ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മളെ പ്രഡിക്ഷൻ ലൈവിലേക്ക് എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ JEE മെയിൻസിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജിയൻസും അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ബേസിക്കലി മെയിൻസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ EMI ആൻഡ് AC ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനും AC ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ EMIയുടെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്, ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾക്ക് ഈ ഒരു ലൈവിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് കാര്യമായിട്ട്. EMI മാത്രമല്ല AC-യും. ഓക്കെ, അപ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ചിരുന്നോളുക. നമുക്ക് ഈ ഒരു ക്ലാസ്സോടുകൂടി നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ സെഗ്മെൻറ്റുകൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റുകളൊക്കെ നമുക്ക് എന്തായിട്ട് മാറണം, അടിപൊളിയായിട്ട് മാറണം. നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, ക്വസ്റ്റ്യൻസൊക്കെ നല്ല രീതിയിൽ സോൾവ് ചെയ്തെടുക്കാൻ പറ്റണം. സിമ്പിൾ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റത്തെ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്നത് EMI ആണ് അല്ലേ. EMI കഴിഞ്ഞിട്ടാണ് നമുക്ക് NCERT ഓർഡറിൽ AC വരുന്നത്. EMIയിൽ തന്നെ നമ്മുടെ ആദ്യത്തെ ഒരു ഭാഗമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുള്ളത്. ഓക്കെ, EMI എന്ന് പറയുന്ന സമയത്ത് പ്രൊഡക്ഷൻ ഓഫ് EMF ആണ്, പ്രൊഡക്ഷൻ ഓഫ് കറണ്ട് ആണ് സംസാരിക്കുന്നത് അല്ലേ. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവുന്നുണ്ട്, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നുണ്ട്, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഈ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇത് എന്തുണ്ടാക്കുന്ന പരിപാടിയാണ്, EMF ഉണ്ടാക്കുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറയുന്നത്. ഓക്കെ, ബേസിക്കലി അതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ലോസ് ആണ് ഫാരഡേസ് ഫസ്റ്റ് ലോ, ഫാരഡേസ് സെക്കൻഡ് ലോ, ആൻഡ് ലാസ്റ്റ് വരുന്ന മൂന്നാമത്തെ ലോ ആണ് ലെൻസസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഫാരഡേസ് ഫസ്റ്റ് ലോ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. whenever the magnetic flux linked with a closed circuit changes, then there will be a production of induced EMF and induced current അല്ലേ. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഫ്ലക്സിൽ ചേഞ്ച് വരുന്ന സമയത്ത് അവിടെ EMF ഉണ്ടാവുന്നുണ്ട്, കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ഏത് ഫ്ലക്സാണ് പറയുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സാണ് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മളിപ്പോൾ ഈ ഫ്ലക്സിൻ്റെ ചേഞ്ച് നല്ല രീതിയിൽ പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നല്ല രീതിയിൽ EMF ഉണ്ടാവും അല്ലേ. നമ്മളെ ഫ്ലക്സ് ചേഞ്ചിൻ്റെ റേറ്റ് കൂടുതലാണെങ്കിൽ ഉണ്ടാവുന്ന EMFൻ്റെ മാഗ്നിറ്റ്യൂഡും എന്തായിരിക്കും, കൂടുതലായിരിക്കും. പിന്നെ വരുന്ന ലോ ലെൻസസ് ലോയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ലെൻസസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ലെൻസസ് ലോ പറയുന്നത് എന്താ, ലെൻസസ് ലോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ബേസിക്കലി ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഓർ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിച്ച് ഓപ്പോസസ് ദ കോസ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഇറ്റ്. എന്ത് കാരണം കൊണ്ടാണോ ഈ പറയുന്ന EMFും കറണ്ടും ഉണ്ടാവുന്നത്, ആ കാരണത്തെ എന്ത് ചെയ്യും, ഓപ്പോസ് ചെയ്യുന്നുള്ളതാണ് കൺസെപ്റ്റ്. ഓക്കെ, കാരണത്തെ ഓപ്പോസ് ചെയ്യും. ഈ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ചേഞ്ച് ആണല്ലോ, അതല്ലേ നമ്മൾ ഫാരഡേസ് ലോയിൽ പറയുന്നത്. ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദ ഇക്വേഷൻ ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് φ = BA cos θ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ, ഫ്ലക്സ് = BA cos θ. ഓക്കെ, ഫ്ലക്സ് ചേഞ്ച് ചെയ്താലേ എന്തുണ്ടാവുന്നുള്ളൂ, EMI ഉണ്ടാവുന്നുള്ളൂ, അതായത് EMF ഉണ്ടാവുന്നുള്ളൂ, കറണ്ട് ഉണ്ടാവുന്നുള്ളൂ. ഫ്ലക്സ് ചേഞ്ച് ചെയ്യണമെന്നെങ്കിലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം അല്ലേ. അല്ലെങ്കിൽ എന്ത് ചേഞ്ച് ചെയ്യണം, ഏരിയ ചേഞ്ച് ചെയ്യണം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ആംഗിൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. 3 പോസിബിലിറ്റികളാണുള്ളത് EMF ഉണ്ടാവാൻ, കറണ്ട് ഉണ്ടാവാൻ. ഓക്കെ, അപ്പോൾ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്, EMF ഉണ്ടാവുന്നത്, കറണ്ട് ഉണ്ടാവുന്നത്. ആൻഡ് ലെൻസസ് ലോയുടെ കൺസെപ്റ്റ് എന്താ, ദ കോസ്, അതായത് എന്ത് കാരണം കൊണ്ടാണോ EMFും കറണ്ടും ഉണ്ടാവുന്നത്, ആ കാരണത്തെ ആരോ ഓപ്പോസ് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMFും കറണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പോസ് ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഇപ്പോൾ ഈ സർക്യൂട്ടിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് 2 സർക്യൂട്ടുകളാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. ഒന്ന് ഔട്ടർ സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചോണം. 2 എന്ന് പറയുന്നത് ഇന്നർ സർക്യൂട്ടാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. ഔട്ടർ സർക്യൂട്ട് എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന രൂപത്തിലാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അല്ലേ. കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ പറയുന്ന ലൂപ്പ് 1 എന്ന് പറയുന്ന ലൂപ്പ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലായിരിക്കും, റൈറ്റ് ഹാൻഡ് തമ്പ് റൂളല്ലേ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഏത് ഡയറക്ഷനിലാണ് നമ്മുടെ ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ പിടിക്കുന്ന സമയത്ത് തമ്പ് എങ്ങോട്ടാണ് കാണിക്കുന്നത്, അങ്ങോട്ടല്ലേ കാണിക്കുന്നത്, പ്ലെയിനിൽ നിന്ന് ഔട്ട്വേർഡാണ്. റെഡി. അപ്പോൾ ഈ കറണ്ട് 1 ലൂപ്പ് 1 കറണ്ട് ഉണ്ടാക്കുന്ന ഫീൽഡ് പ്ലെയിനിൽ നിന്ന് ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ്.
ക്ലിയർ? ആ ഫീൽഡ് 1 ഉണ്ടാക്കുന്ന ഫീൽഡ് 2 എന്ത് ചെയ്യുന്നുണ്ട്? ലിങ്ക് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കണം, 1 ഉണ്ടാക്കുന്ന ഫീൽഡ് 2 ലിങ്ക് ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് 2 എന്ന് പറയുന്നത്. അപ്പോൾ ആരാ ഫീൽഡ് ഉണ്ടാക്കുന്നത്? 1 ഫീൽഡ് ഉണ്ടാക്കുന്നത്. അത് ആരുമായിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്? 2 ലിങ്ക് ചെയ്യുന്നത് അല്ലേ? ഇനി 2 ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഫ്ലക്സിൽ ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് വരണം? ചേഞ്ച് വരണം. അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കൺസെപ്റ്റ് പ്രകാരം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഔട്ട്വേർഡാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. കൺസിഡർ ദ സിറ്റുവേഷൻ ആസ് ഷോൺ ഇൻ ഫിഗർ. ഇഫ് ദ സ്ലൈഡർ ഈസ് മൂവ്ഡ് ടുവേർഡ്സ് ലെഫ്റ്റ്. ഓക്കെ, ഈ സ്ലൈഡർ, അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് മക്കളെ സ്ലൈഡർ, വേരിയബിൾ റെസിസ്റ്റർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ സ്ലൈഡർ എന്ന് പറയുന്നത് എങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത്? ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത്. സ്ലൈഡർ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, സ്ലൈഡർ റൈറ്റിലോട്ട് മൂവ് ചെയ്താൽ റെസിസ്റ്റൻസ് കുറയും, സർക്യൂട്ട് റെസിസ്റ്റൻസ് കുറയും. സ്ലൈഡർ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ട് റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ സർക്യൂട്ട് റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി എന്തുണ്ട്? കറണ്ട് ഫ്ലോ നടക്കുന്നുണ്ട് അല്ലേ? I ഈസ് ദ കറണ്ട് ഫ്ലോ നടക്കുന്നുണ്ട്. ആ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ബേസിക്കലി എന്ത് ചെയ്യുന്നു എന്നാണ് കൺസെപ്റ്റ്. സ്ലൈഡർ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോ കുറയും. കറണ്ട് ഫ്ലോ കുറയുന്ന സമയത്ത് ഔട്ട്വേർഡ് ആയിട്ടുള്ള ഫീൽഡ് എന്ത് ചെയ്യും? കുറയും. ഔട്ട്വേർഡ് ആയിട്ടുള്ള ഫീൽഡ് കുറയുന്ന സമയത്ത് എന്താണ് ലെൻസസ് ലോ എന്ന് പറയുന്നത്? ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് വിച്ച് ഓപ്പോസസ് ദ കോസ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഇറ്റ്. 2 ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഔട്ട്വേർഡ് ഫീൽഡ് കുറയുന്നു. ഔട്ട്വേർഡ് ഫീൽഡ് എന്ത് ചെയ്യുന്ന സമയത്ത്? കുറയുന്ന സമയത്ത് 2 എന്തുണ്ടാവുന്നു? ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുന്നു അല്ലേ? ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാക്കുന്ന ഫീൽഡ് ഔട്ട്വേർഡ് ഫീൽഡ് കുറയുന്നതിനെ ഓപ്പോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഔട്ട്വേർഡ് ഫീൽഡ് കുറയുന്നതിനെ ഓപ്പോസ് ചെയ്യുന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ഉണ്ടാക്കുന്ന ഫീൽഡും ഏത് ഡയറക്ഷനിലായിരിക്കണം? ഔട്ട്വേർഡ് ഡയറക്ഷനിലായിരിക്കണം. ഓക്കെ, അപ്പോൾ 2 ഉണ്ടാക്കുന്ന ഫീൽഡ് ഔട്ട്വേർഡ് ഡയറക്ഷനിലാവണം എന്നുണ്ടെങ്കിൽ വീണ്ടും തമ്പ് റൂൾ യൂസ് ചെയ്തോളൂ. 2 ഉണ്ടാക്കുന്ന കറണ്ട്, 2 ഉണ്ടാവുന്ന കറണ്ട് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാക്കുന്ന ഫീൽഡ് അത് ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ് ഉണ്ടാവുന്നത്. ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ഫീൽഡ് ഉണ്ടാവണമെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന കറണ്ട് ഏത് ഡയറക്ഷനിലായിരിക്കണം? ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനിലായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താ കൺസെപ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കി. 1 കറണ്ട് കുറയുന്നു. 1 കറണ്ട് കുറയുന്നു എന്ന് പറയുമ്പോൾ ഔട്ട്വേർഡ് ഫീൽഡ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഔട്ട്വേർഡ് ഫീൽഡ് കുറയുന്ന സമയത്ത് ഈ 2 എന്തുണ്ടാവുന്നു? കറണ്ട് ഉണ്ടാവുന്നു. കറണ്ട് ഉണ്ടാക്കുന്ന ഫീൽഡ് എന്തിനെ ഓപ്പോസ് ചെയ്യുന്നു? ഔട്ട്വേർഡ് ഫീൽഡ് കുറയുന്നതിനെ ഓപ്പോസ് ചെയ്യുന്നു. അപ്പോൾ 2 ഉണ്ടാക്കുന്ന ഫീൽഡും എന്തായിരിക്കണം? ഔട്ട്വേർഡ് ആയിരിക്കണം. 2 ഉണ്ടാക്കുന്ന ഫീൽഡ് ഔട്ട്വേർഡ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഉണ്ടാവണം. യുവർ ആൻസർ ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് ഇൻ ദ ലൂപ്പ് 2. സിമ്പിൾ പോയിന്റ്. അപ്പോൾ എന്താ നമ്മൾ പറയുന്നത്? ഫ്ലക്സ് ചേഞ്ച് ചെയ്താലേ കറണ്ട് ഉള്ളൂ. ഫ്ലക്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ B മാറണം, A മാറണം, കോസ് തീറ്റ മാറണം. ആരെങ്കിലും ഒരാളെങ്കിലും മാറണം. ഒന്നെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ ഏരിയ, അല്ലെങ്കിലോ തീറ്റ. റെഡി? നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്ന സമയത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറയുന്നത് നോക്കിയേ, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചേ. There is a uniform magnetic field directed perpendicular into the plane of the paper. Okay, very good. Into the plane of the paper ആണ്. An irregular shaped conducting loop is slowly changing into a circular loop in the plane of the paper. Then, okay, that's a very simple question. എല്ലാവരും നോക്കിയേ, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അവർ പറയുന്നത് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. എങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്? ഇൻ ടു ദ പ്ലെയിൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അല്ലേ? ഇൻ ടു ദ പ്ലെയിനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ എന്തിരിപ്പുണ്ട്? ഒരു ഇറഗുലർ ഷേപ്പിലുള്ള ഇറഗുലർ ഷേപ്പിലുള്ള അല്ലേ? ഇറഗുലർ ഷേപ്പിലുള്ള അങ്ങനെ തന്നെയല്ലേ അവർ പറഞ്ഞിരിക്കുന്നത്? നോക്കിയാൽ നിങ്ങൾ ഇതവിടെ ആൻ ഇറഗുലർ ഷേപ്പ്ഡ് കണ്ടക്ടിങ് ലൂപ്പാണ് കേട്ടോ. കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ്. ഓക്കെ, ഇറഗുലർ ഷേപ്പിലുള്ള ഈ കണ്ടക്ടിങ് ലൂപ്പിനെ അവന്മാർ എന്തായിട്ട് മാറ്റുന്നു എന്നാണ് പറയുന്നത്? ഒരു സർക്കിളായിട്ട് മാറ്റുന്നു എന്നാണ് പറയുന്നത് അല്ലേ? അതായത് നമ്മൾ ഈ സൈഡൊക്കെ അങ്ങനെ പിടിച്ചു വലിച്ച് അതിനെ എന്താക്കി മാറ്റുന്നു? ഒരു സർക്കുലർ ലൂപ്പാക്കി മാറ്റുന്നു അല്ലേ? ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടുത്തെ ഫീൽഡ് എന്ന് പറയുന്നത് ഇൻവേർഡ് ആണ്. റെഡി? ഫീൽഡ് ഫിക്സഡ് ആണ്.
തീറ്റ ഫിക്സഡ് ആണ്, കാരണം ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നില്ല. റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണല്ലോ തീറ്റയ്ക്ക് വ്യത്യാസം വരുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താ, ഈ പറയുന്ന ഏരിയയെ, അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇറഗുലർ ഷേപ്പിനെ നമ്മളൊരു സർക്കുലാർ ഷേപ്പായിട്ട് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, സർക്കുലാർ ഷേപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എന്താ മനസ്സിലാക്കണ്ടേ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇറഗുലർ ഷേപ്പിൻ്റെ ഏരിയ കൂടുന്നുണ്ട്. ഇല്ലേ, ഏരിയ കൂടുന്നുണ്ട്. ഏരിയ കൂടുന്ന സമയത്ത് ഏരിയയുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഇൻവേർഡ് ഫ്ലക്സ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. കാരണം ഫീൽഡ് ഇൻവേർഡാണ് അല്ലേ. അപ്പോൾ ഏരിയ കൂടുന്നു എന്ന് പറയുമ്പോൾ ഏരിയയുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഇൻവേർഡ് ഫ്ലക്സ് കൂടും. ഇൻവേർഡ് ഫ്ലക്സ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്, ഇവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, അവൻ ഇൻവേർഡ് ഫ്ലക്സ് കൂടുന്നതിന് താല്പര്യമില്ല, ലെൻസസ് ലോ ഓപ്പോസ് ചെയ്യും. അപ്പോൾ ഇൻവേർഡ് ഫ്ലക്സ്, ഇൻവേർഡ് ഫീൽഡ് കൂടുന്നതിന് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഇവൻ ഏത് ഡയറക്ഷനിൽ ഫീൽഡ് ഉണ്ടാക്കും, ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ഫീൽഡ് ഉണ്ടാക്കും. ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ് ഫീൽഡ് വരേണ്ടത് എന്നുണ്ടെങ്കിൽ ഏത് ഡയറക്ഷനിലായിരിക്കണം കറണ്ട് ഉണ്ടാവേണ്ടത് മക്കളെ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണം അല്ലേ. നോക്കിയേ നിങ്ങൾ, ഔട്ട്വേർഡ് ഡയറക്ഷൻ, ഏരിയ കൂടുന്നു, ഏരിയയുമായിട്ട് ലിങ്ക് ചെയ്ത ഇൻവേർഡ് ഫ്ലക്സ് കൂടുന്നു. ഇൻവേർഡ് ഫ്ലക്സ് കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഈ പറയുന്നവൻ ഏത് ഡയറക്ഷനിൽ, ഇവൻ ഇൻവേർഡ് ഫ്ലക്സ് കൂടാൻ താല്പര്യമില്ല. അപ്പോൾ ഇവൻ ഉണ്ടാക്കുന്ന ഫീൽഡ് ഔട്ട്വേർഡ് ആവും. ഔട്ട്വേർഡ് ആയിട്ട് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ഡയറക്ഷനിൽ കറണ്ട് ഉണ്ടാവണം, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെയാണ് വരുന്നത്, കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ലൂപ്പ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ്. അതിനല്ലേ ആൻസർ. ക്ലോക്ക് വൈസ് ഉണ്ട്, ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ല, നോ കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ലൂപ്പ്. കറണ്ട് എന്തായാലും ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ 1. കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ലൂപ്പ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ. സർക്കുലാർ ലൂപ്പാണ്, പ്ലെയിൻ ഓഫ് ദ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പറാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. റെഡി. അപ്പോൾ കൺസെപ്റ്റ് എങ്ങനെയാണ് വരുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്തുണ്ടാവുന്നത്, കറണ്ട് ഉണ്ടാവുന്നത്. മറക്കാതെ ഓർമ്മയിൽ വെച്ചോളാം. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ സംസാരിച്ചത് ഇപ്പോൾ ആരെക്കുറിച്ചാണ്, നമ്മളുടെ ലെൻസസ് ലോ കൺസെപ്റ്റാണ് പറഞ്ഞത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരുന്ന സമയത്ത് ഏത് കൺസെപ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് നോക്കാം. യെസ്, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കാം. മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ഡിപ്പെൻഡ്സ് ഓൺ ടൈം ടി ആസ് ഫൈ ഈസ് ഈക്വൽ ടു 80⁻n അല്ലേ. Where A and N are constants, the EMF induced in the coil is E. Okay, very good. It's a very simple question. നമുക്ക് സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നമ്മളുടെ ഫാരഡേസ് ലോ ആണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ, അത് സോൾവ് ചെയ്യാനായിട്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം. ഫാരഡേസ് ലോ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് തന്നിരിക്കുന്നു ഫൈ ഈസ് ഈക്വൽ ടു 80⁻n ആണ്. 80⁻n. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF, കാരണം ഇവിടെ ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഓപ്ഷൻസിലൊക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഈക്വൽ ടു, ഇനി അവന്മാരുടെ ടേമിൽ തന്നെ നമുക്ക് എഴുതാം, സ്മോൾ ഇ എന്നല്ലേ അവർ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, സ്മോൾ ഇ ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത് മക്കളെടാ, d∅dt ആണ്. ഓക്കെ, സോ d/dt ഓഫ് എന്നാ വരുന്നത്, 80⁻n വരുന്നത് അല്ലേ. ഓക്കെ, സോ ക്ലിയർലി ഇത് നമുക്ക് എഴുതുന്ന സമയത്ത്, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് എ അവിടെ കിടക്കട്ടെ, ഇതിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ nt⁻n−1 ആണല്ലോ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഈക്വൽ ടു an ഇൻറ്റു t⁻n−1. ഓക്കെ, ഇനി ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിന് നമുക്കൊരു കാര്യം ചെയ്യാം, വേറൊരു ഫോർമാറ്റും കൂടി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ മാറ്റി എഴുതാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഈക്വൽ ടു an ഇൻറ്റു 1/, ഇവനൊന്ന് താഴത്തോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ t⁻n−1 തിരിഞ്ഞ് എന്തായിട്ട് മാറും ഇവിടെ, 1 - n ആയിട്ട് മാറും. രണ്ടും നമുക്ക് ആവശ്യം വരും, നോക്കിക്കോട്ടോ. റെഡി. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇഫ് 0 n ലൈസ് ബിറ്റ്വീൻ 0 and 1 E = 0, അതൊരിക്കലും വരത്തില്ലല്ലോ, ഒരിക്കലും വരത്തില്ല. കാരണം n-ന്റെ വാല്യൂ 0-യുടെയും 1-ന്റെയും ഇടയിലാണെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും എന്തായിട്ട് മാറുന്നില്ല, 0 ആയിട്ട് മാറുന്നില്ല. 0 ആയിട്ട് മാറുന്നുണ്ടോ, ഇല്ല. ഇത് 0 ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ n-ന്റെ വാല്യൂ എന്തായിട്ട് മാറണം, 0 ആയിട്ട് മാറണം. n 0 ആണെങ്കിൽ അത് നമുക്ക് പറയാം, n 0 ആണെങ്കിൽ EMF എത്രയാണ്, 0 ആണ്. അപ്പോൾ എന്ത് പോസിബിൾ അല്ല, ഈ കൺസെപ്റ്റ് എന്തല്ല, പോസിബിൾ അല്ല. ഓക്കെ, രണ്ടാമത്തെ കൺസെപ്റ്റ് നോക്കാം. ഇഫ് n ലൈസ് ബിറ്റ്വീൻ 0 and 1, അതായത് 1-നേക്കാൾ കുറവാണെങ്കിൽ E not equal to 0 and E decreases with time. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, അത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മക്കളെ ഏറ്റവും നല്ല പരിപാടി എന്ന് പറയുന്നത് സെക്കൻഡ് ഇക്വേഷൻ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്തേ. സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ,
സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് n എന്ന് പറയുന്നത് 1-നേക്കാൾ കുറവാണ്. ശ്രദ്ധിച്ചോണേ, രണ്ടാമത്തെ ഓപ്ഷൻ ശ്രദ്ധിച്ചോണേ, n 1-നേക്കാൾ കുറവാണ്. n എന്ന് പറയുന്നത് 1-നേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, n 1-നേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ എന്താ പ്രത്യേകത എന്ന് പറയുന്നത്? 1 മൈനസ് സംതിങ്. ഓക്കെ, അതിനൊരു വാല്യൂ ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു വാല്യൂ നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് ഇവിടെ വരുന്നത് അല്ലേ? എന്നിൻ്റെ വാല്യൂ 1-നേക്കാൾ കുറവാണല്ലോ, പോസിറ്റീവ് വാല്യൂ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് വാല്യൂ വരുന്ന സമയത്ത് ടി കൂടുന്നതിനനുസരിച്ച് EMF എന്ത് ചെയ്യണം? കുറയണം. ഉറപ്പല്ലേ? ഇവിടെ ടി എന്ന് പറയുന്ന വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഡിനോമിനേറ്റർ വാല്യൂ എന്ത് ചെയ്യും? കൂടും. ഡിനോമിനേറ്റർ വാല്യൂ കൂടുന്നതിനനുസരിച്ച് EMF എന്ന് പറയുന്നവൻ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ എന്താ അതിൻ്റെ കൺസെപ്റ്റ് വരുന്നത്? നോക്കിയാൽ നിങ്ങൾ n ലൈസ് ബിറ്റ്വീൻ 0 and 1 ആണെന്നുണ്ടെങ്കിൽ ഈസ് നോട്ട് ഈക്വൽ ടു 0. 0 അല്ല, ഉറപ്പാണ്. അടുത്ത പോയിന്റ്, ഡിക്രീസസ് വിത്ത് ടൈം. പെർഫെക്റ്റ് അല്ലേ? എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസസ് വിത്ത് ടൈം ആണ്, ടൈമിനനുസരിച്ച് കുറയുന്നുണ്ട്. അപ്പോൾ ദിസ് ആൻസർ ഈസ് കറക്റ്റ്. ഓക്കെ, അടുത്ത പോയിന്റ് വരുന്ന സമയത്ത് ഇഫ് n ലെസ് ദാൻ 1 ഈസ് കോൺസ്റ്റന്റ്. ഒരിക്കലും എന്തല്ല? കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ടൈം മാറുന്നതിനനുസരിച്ച് എന്തായാലും എന്ത് മാറിക്കൊണ്ടിരിക്കും? ഈ പറയുന്ന വാല്യൂ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഇതൊരു ടൈം ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷനാണ് അല്ലേ? അപ്പോൾ എന്തായാലും ഇത് എന്തല്ല? നമുക്ക് പറയാൻ പറ്റാത്തൊരു ഓപ്ഷനാണ്. അടുത്ത ഓപ്ഷൻ എന്നാ വരുന്നത്? ഇഫ് n ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻക്രീസസ് വിത്ത് ടൈം എന്നാണ് പറയുന്നത് അല്ലേ? അത് നമുക്ക് സിമ്പിളായിട്ട് പറയണം. നോക്കിയാൽ നിങ്ങൾ n ഗ്രേറ്റർ ദാൻ 1 ആവുന്ന സമയത്ത് നോക്കിയാൽ നിങ്ങൾ n ഗ്രേറ്റർ ദാൻ 1 ആയി എന്ന് വിചാരിച്ചോ. ഒരു സിമ്പിളി ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. n-ൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഒരു 3 ആയിട്ട് എടുത്തോ, n = 3 ആയിട്ട് എടുത്തോ. ദാറ്റ് ഈസ് 3 ഗ്രേറ്റർ ദാൻ 1 ആണല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ വരും? an × t⁻³ - 1 t² എന്നല്ലേ വരിക അല്ലേ? അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ടൈം കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടുന്നുണ്ട്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ EMF എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. എങ്ങനെയാണെങ്കിൽ n ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ n ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ EMF ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. n ലെസ് ദാൻ 1 ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പറയുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ EMF എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ യുവർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഏതൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. 2 കറക്റ്റ്, 4 കറക്റ്റ്. യുവർ ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. ദാറ്റ് ഈസ് ബൈ യൂസിങ് ഫാരഡേസ് ലോ അല്ലേ? വലിയ പ്രശ്നമില്ലാത്തൊരു ക്വസ്റ്റൻ അല്ലേ? ഫാരഡേസ് ലോ ആണ് കൺസെപ്റ്റ്. ഇൻഡ്യൂസ്ഡ് EMF = -d∅/dt. ഓക്കെ, d∅/dt. റെഡി? കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്, ഞാൻ വരാം കേട്ടോ, അങ്ങോട്ട് വരാം. നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിപ്പോൾ സെഗ്മെൻറ്റുകളായിട്ട് അങ്ങനെ പോയേക്കാം. റെഡി? ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്തു പോരണേ. എൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ കൂടെ ട്രൈ ചെയ്യുക. നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട് നോക്കുക. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം? ഒരുമിച്ച് എന്ത് ചെയ്യാം? ഈ ഒരു ചാപ്റ്ററിനെ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ വരുന്ന സമയത്ത് ഏതാ കൺസെപ്റ്റ് നോക്കിയാൽ നിങ്ങൾ മക്കളെ? ഏത് കൺസെപ്റ്റുമായിട്ട് റിലേറ്റഡ് ആണ് നോക്കാം. വയർ ഓഫ് ലെങ്ത്. അത് കാണുമ്പോൾ തന്നെ ഉറപ്പിക്കാം നമുക്കത് മോഷണൽ EMF ആയിരിക്കും അല്ലേ? നോക്കിക്കേ, മോഷണൽ EMF എന്ന് പറയുന്ന സമയത്ത് 10 സെൻറ്റിമീറ്റർ ആണ് വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ഡയറക്ഷൻ മേക്കിംഗ് ആംഗിൾ 60 ഡിഗ്രി വിത്ത് ലെങ്ത് ആണ്. ദ പ്ലെയിൻ ഓഫ് മോഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 1 ടെസ്ല ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ സ്പേസ്. The EMF induced between the ends of the rod when the speed of translation is 20 cm/s അല്ലേ? മക്കളെ, മോഷണൽ EMFൻ്റെ കൺസെപ്റ്റ് ആണല്ലോ അത് അല്ലേ? എന്താ മോഷണൽ EMF എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? വാട്ട് യു മീൻ ബൈ മോഷണൽ EMF? ഒരു കണ്ടക്ടർ, ദിസ് എ കണ്ടക്ടർ, വെൻ ദ കണ്ടക്ടർ മൂവിങ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ആ കണ്ടക്ടറിൻ്റെ 2 എൻഡ്സിനും അക്രോസ് ആയിട്ട് വരുന്ന EMFനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഷണൽ EMF. The EMF induced across the ends of the conductor when the conductor moving in a magnetic field. അതിനെ വിളിക്കുന്ന പേരാണ് മോഷണൽ EMF അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഈ മോഷണൽ EMF എന്ന് പറയുന്ന കൺസെപ്റ്റ് എങ്ങനെയാണ് നമ്മൾ മോഷണൽ EMFൻ്റെ മോഷണൽ EMF കണ്ടുപിടിക്കുന്നതെന്ന് നോക്കിയേ. ലിസൺ, മോഷണൽ EMF കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താ? ഇതൊരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടർ v വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. L എന്ന് പറയുന്നത് ഇവൻ്റെ ലെങ്ത് ആണ്. ഇൻവേർഡായിട്ട് മാഗ്നറ്റിക് ഫീൽഡ്, ഇൻവേർഡോ ഔട്ട്വേർഡോ എങ്ങോട്ട് വേണമെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിക്കോട്ടെ. മാഗ്നറ്റിക് ഫീൽഡുണ്ട്. B ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, B ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. B ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന സമയത്ത് മോഷണൽ EMFൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ BLV എന്നാണ് ഇക്വേഷൻ വരുന്നത് അല്ലേ? ഇത് എഴുതണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ബിയും എല്ലും വിയും പെർപെൻഡിക്കുലർ ആയിരിക്കണം. 3 പേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ BLV. ഓക്കെ, അതായത് ബി എന്ന് പറയുന്നത് ഉള്ളിലേക്ക്, ബി പെർപെൻഡിക്കുലർ ടു എൽ ആണ്. ഞാൻ വരച്ച ഫിഗറിൽ
ബി പെർപെൻഡിക്കുലർ ടു വി ആണ്, ഉള്ളിലോട്ടാണ്. എൽ പെർപെൻഡിക്കുലർ ടു വി ആണ്, ആൻഡ് വി പെർപെൻഡിക്കുലർ ടു എൽ ആണ്. ഇവർ 3 പേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയാൽ നമുക്ക് മോഷണൽ EMF BLV എന്ന് എടുക്കാം. ഇനി ഇല്ലെങ്കിലോ നമ്മളാക്കും, കമ്പോണൻറ്റ് വെച്ചാക്കും. ഓക്കെ, ദാറ്റ് ഈസ് അതൊരു മോഷണൽ EMFൻ്റെ കൺസെപ്റ്റ് BLV ആണ്. അത് അങ്ങനെ പഠിച്ചാൽ മതി, ഡോൺ വറി, വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്ത് പോവാം. BLV എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ബി പെർപെൻഡിക്കുലർ ടു എൽ പെർപെൻഡിക്കുലർ ടു വി ആയിരിക്കണം. ഇനി അല്ലെങ്കിലോ നമ്മളാക്കും, പെർപെൻഡിക്കുലർ ആക്കിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. അതാണ് പരിപാടി. ഓക്കെ, സോ നൗ ക്ലിയർലി BLV ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇതിൽ ഏതാണ് ഹയർ പൊട്ടൻഷ്യൽ എൻഡ്, ഏതാണ് ലോവർ പൊട്ടൻഷ്യൽ എൻഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതിനാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലേ? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. വാട്ട് ഈസ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ കാണുന്നതാണ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ഹയർ പൊട്ടൻഷ്യൽ എൻഡ്. മിഡിൽ ഫിംഗർ ആണ് ഹയർ പൊട്ടൻഷ്യൽ എൻഡ് കേട്ടോ, പോസിറ്റീവ് എൻഡിനെ കാണിച്ചു തരുന്നത്. ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഈ പറയുന്നവൻ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? അങ്ങോട്ടല്ലേ മൂവ് ചെയ്യുന്നത്. ഞാനിതിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോക്കിക്കോണേ കേട്ടോ. തമ്പ് എങ്ങോട്ട്? അങ്ങോട്ട്, വെലോസിറ്റി. ഈ കാണുന്ന 4 ഫിംഗർ ഉണ്ടല്ലേ നിങ്ങൾ, അത് ഉള്ളിലോട്ട്, പ്ലെയിനിൽ നിന്ന് ഉള്ളിലോട്ട്. മിഡിൽ ഫിംഗർ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? മുകളിലോട്ടല്ലേ ആക്ട് ചെയ്യുന്നത്? ശ്രദ്ധിച്ചോണം, മിഡിൽ ഫിംഗർ മുകളിലോട്ട് കറക്റ്റാണ് വെച്ചേക്കുന്നത്. തമ്പ് വെലോസിറ്റി, 4 ഫിംഗർ എങ്ങോട്ട്? ഇൻ ടു ദ പ്ലെയിൻ, മാഗ്നറ്റിക് ഫീൽഡ്. ഈ കാണിച്ചിരിക്കുന്നവനെ കണ്ടോ? മിഡിൽ ഫിംഗറിനെ കണ്ടോ? മിഡിൽ ഫിംഗർ എങ്ങോട്ടാണ്? മുകളിലോട്ടല്ലേ ആക്ട് ചെയ്യുന്നത്. അപ്പം മുകളിലായിരിക്കും എന്തെന്ന് പറയുന്നത് ഹയർ പൊട്ടൻഷ്യൽ എൻഡ്, താഴെയായിരിക്കും ലോവർ പൊട്ടൻഷ്യൽ എൻഡ്. മറക്കാതെ ഓർമ്മയിൽ വെച്ചോ. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, സിമ്പിൾ പോയിന്റ്. ഓക്കെ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഓർമ്മയിൽ വെക്കുക. E = BLV ഓർമ്മയിൽ വെക്കുക. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. വയർ ഓഫ് ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണ്. വരച്ചോ? വയർ ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ലെങ്ത് എത്രയാണ് മക്കളെ? നമുക്ക് L നിർത്തോ തൽക്കാലം. ഇവിടെ L എന്ന് പറയുന്നത് എത്രയായിട്ട് എടുക്കാം? 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടാവുമാർ. ഓക്കെ, ട്രാൻസ്ലേറ്റ് ഇൻ എ ഡയറക്ഷൻ മേക്കിംഗ് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് ദ ലെങ്ത്. ട്രാൻസ്ലേറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ആ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്, നേരെ അല്ല ആക്ട് ചെയ്യുന്നത്. എത്ര ഡയറക്ഷൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നത് ഡയറക്ഷൻ മേക്കിംഗ് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് ദ ലെങ്ത്. അപ്പോൾ V ലെങ്ത്തുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ് മക്കളെ? 60 ഡിഗ്രിയാണ്. ഓക്കെ, 60 ഡിഗ്രിയാണ്. റെഡി? 60 ഡിഗ്രി. ക്ലിയർലി ഇവിടെ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 1 ടെസ്ലയാണ്. സിമ്പിൾ പോയിന്റ്. ട്രാൻസ്ലേറ്റിംഗ് സ്പീഡ് അവന്മാർ പറഞ്ഞിട്ടുണ്ട്, എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 20 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സെൻറ്റിമീറ്റർ ഒന്ന് മാറ്റിയിട്ടാൽ നല്ലതാണ്. 20 × 10⁻²² മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? മാറ്റിയിട്ടേക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടടാ. എല്ലിന് പെർപെൻഡിക്കുലർ അല്ല വി, അല്ലേ? എല്ലിന് പെർപെൻഡിക്കുലർ അല്ല വി. അപ്പോൾ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പഠിപ്പിച്ചേ നേരത്തെ? എന്താ പറഞ്ഞേ? എല്ലിന് പെർപെൻഡിക്കുലർ ആക്കി മാറ്റണം വിയെ. എല്ലിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാറ്റണം എന്ന് പറയുന്ന സമയത്ത് ഇങ്ങോട്ടല്ലേ വരുന്നത്? നോക്കിക്കേ, എല്ലിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണെന്ന് വരും? ഇത് എത്രയാണ് വരുന്നത്? 60 ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കമ്പോണൻറ്റ് V sin 60 എന്ന് വരും. V sin 60 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? √3/2V എന്ന് വരും, അല്ലേ? ഇനി നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? E = BLV എന്ന് അപ്ലൈ ചെയ്യാം. BLV എന്ന് അപ്ലൈ ചെയ്യാം. ശ്രദ്ധിച്ചോണം, എത്രയാണ് വരുന്നത്? B എന്ന് പറയുന്നത് 1 ടെസ്ലയാണ്. L എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിതാ ഇവിടെ 10 സെൻറ്റിമീറ്റർ. അവനൊന്ന് മാറ്റിയെടുത്താൽ നല്ലതാണ് കേട്ടോ. നല്ലതാണെന്നല്ല, മാറ്റണം. 10 × 10⁻² ആണ്. ഇൻറ്റു V എന്ന് പറയുന്നത് ഓൾറെഡി എത്രയാണ്? √3/2V ആണ്, അല്ലേ? പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് √3/2V ആണ്. വിയുടെ വാല്യൂ കൊടുക്കണം. അപ്പോൾ നമുക്ക് ആൻസർ ഇങ്ങനെ വരും, √3/2 ഇൻറ്റു V എത്രയാണ് മക്കളെ? 20 × 10⁻². 20 × 10⁻². ഓക്കെ, റൈറ്റ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ വരുന്ന സമയത്ത് 0 2 0 കട്ട് ചെയ്തു, ഒരു 10⁻² കട്ട് ചെയ്തു, ഈ 2 കട്ട് ചെയ്തു, ഈ 2 കട്ട് ചെയ്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ √3 എന്ന് പറയുമ്പോൾ 1.732 അല്ലേ? ഇൻറ്റു 10⁻² എന്നല്ലേടാ വരുന്നത്. ഓക്കെ, 1.73 × 10⁻² എന്ന് പറയുന്ന സമയത്ത് നമുക്കതിൽ മറ്റേ ആപ്റ്റായിട്ടുള്ള ഓപ്ഷൻ വേറെ ഏതിലേക്ക് മാറ്റാം? ഒരു കാര്യം ചെയ്തോ, ഓപ്ഷൻ 2ലേക്ക് കൺവേർട്ട് ചെയ്യാം. That is 17.3 × 10⁻³ ഓക്കെ, 17.3 ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. റെഡി? 10⁻³. യുവർ ആൻസർ ഈസ് ഓപ്ഷൻ 2. കണ്ടോ? ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ?
ബിയും എല്ലും വിയും പെർപെൻഡിക്കുലർ ആവണം. ഇനി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നൈസായിട്ട് ആക്കും. ബിനെയും എല്ലിനെയും വിനെയും എന്താക്കി മാറ്റും? പെർപെൻഡിക്കുലർ ആയിട്ട് മാറ്റും. ഓക്കെ, സോ ദിസ് ഇസ് എ കൺസെപ്റ്റ് ഓഫ് മോഷണൽ EMF. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റാണ്. ഓക്കെ, നോ അടുത്തതിലോട്ട് വരുന്ന സമയത്ത് യെസ് അടുത്തത് വീണ്ടും ആരുടെ റിലേഷൻ തന്നെയാണ് മക്കളേടാ? മോഷണൽ EMF എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ റിലേഷനാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നല്ല അടിപൊളി ക്വസ്റ്റ്യനാണ്. നോക്കിയേ, എ ലൂപ്പ് ഷോൺ വിത്ത് വെലോസിറ്റി മൂവ് വി എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ബി ആണ്. ഡയറക്റ്റഡ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആണ്. ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആണ്. ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആണ്. ഓക്കെ, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്നുള്ളതാണ് കൺസെപ്റ്റ്. ഓക്കെ, എടാ മക്കളെ, ഇത് സംഭവമേ ഇത് ഇങ്ങനെയൊക്കെ കണ്ടു കഴിയുന്ന സമയത്ത് നമുക്കിത് പല തരത്തിൽ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നറിയോ? ഞാൻ ആദ്യം ഹാൻഡിൽ ചെയ്യുന്നൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാവേ. അതല്ലാതെ പെട്ടെന്ന് ചെയ്യാനുള്ളൊരു മെത്തേഡ് കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബേസിക്കലി ഇത് ഈ കാണിച്ചിരിക്കുന്ന ലെങ്ത് എത്രയാ? എല്ല. ഈ കാണിച്ചിരിക്കുന്ന ലെങ്ത് എത്രയാ? എല്ല. ഇത് കംപ്ലീറ്റ് ചെയ്താലും അത് എല്ല് വരണം. കാരണം ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലേ? ഇറ്റ്സ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആവുന്ന സമയത്ത് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ഡിസ്റ്റൻസ് L/2 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും ഇവിടെ? L/4 ആണ്. L/4 ആണ്. ഈ കാണിച്ചിരിക്കുന്ന ഡിസ്റ്റൻസും എത്ര തന്നെയായിരിക്കും? L/4 ആയിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് L/4 ഡിസ്റ്റൻസ് ഉള്ള റോഡ് അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. L/4 ഉള്ള ഡിസ്റ്റൻസ് ഉള്ള ലെങ്ത് ഉള്ള റോഡ് അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. L ലെങ്ത് ഉള്ള ഒരു റോഡ് ഇതാ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. വെലോസിറ്റി എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത്. വെലോസിറ്റി ലെങ്ത്തിന് പെർപെൻഡിക്കുലർ അല്ല. ഇവൻ്റെ വെലോസിറ്റി പെർപെൻഡിക്കുലർ ആണ്. ഇവൻ്റെ വെലോസിറ്റി പെർപെൻഡിക്കുലർ ആണ്. ഇവൻ്റെ വെലോസിറ്റിയും ലെങ്ത്തിന് എന്തല്ല? പെർപെൻഡിക്കുലർ അല്ല. റെഡി? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താ? ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലതരത്തിൽ ഈ സംഭവം ഹാൻഡിൽ ചെയ്യാം. അതിന് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് കൺസെപ്റ്റും പറഞ്ഞുതരാം, ഏറ്റവും സിമ്പിൾ കൺസെപ്റ്റും പറഞ്ഞുതരാം എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ബേസിക്കലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ L/4 പെർപെൻഡിക്കുലർ ആണ് വരുന്നത് അല്ലേ? L/4 പെർപെൻഡിക്കുലർ ആണ്. എല്ലിനെന്ന് പറയുന്നത് എല്ലിന് പെർപെൻഡിക്കുലർ അല്ല, വെലോസിറ്റി പെർപെൻഡിക്കുലർ അല്ല. L/4 പെർപെൻഡിക്കുലർ ആണ്. ഈ എല്ലിന് എന്തല്ല? പെർപെൻഡിക്കുലർ അല്ല. പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ നമ്മൾ എന്താക്കും? പെർപെൻഡിക്കുലർ ആക്കും. അത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിതിൻ്റെ സ്റ്റെപ്പുകൾ പലതരത്തിൽ കിർച്ചോഫ്സ് ലോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പോവാവുന്നതാണ്. അത് കുറച്ച് ലെങ്തി സ്റ്റെപ്പായിട്ട് മാറും. അതിനേക്കാൾ എളുപ്പമുള്ളൊരു വഴി പറഞ്ഞുതരാം. ഇനി അത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. ഞാൻ വേറൊരു സ്റ്റെപ്പിൽ ചെയ്ത് കാണിച്ചു തരാം. ഇത് കിർച്ചോഫ്സ് ലോ വെച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതിയിടാ? L/4 അവിടെ ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സെല്ല് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തോളുക? നിങ്ങൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്തോളുക. അപ്പോൾ ഈ ചെയ്യാനുള്ള വഴിക്ക് വേണ്ടിയിട്ടേ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതൊരു സെല്ലായിട്ട് മാറും. മുകളിൽ പോസിറ്റീവ്, താഴെ നെഗറ്റീവ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ വേറെ സ്റ്റെപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞു തരുന്നു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ മുകളിൽ പോസിറ്റീവ്, ഇവിടെ താഴെ നെഗറ്റീവ് വരും. ഓക്കെ, കാണാൻ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. BLV എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ഒരു സെല്ല് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ മുകളിൽ പോസിറ്റീവ്, താഴെ നെഗറ്റീവ്, മുകളിൽ പോസിറ്റീവ്, താഴെ നെഗറ്റീവ്. ഓക്കെ, ഇങ്ങനെയാണ് സെല്ല് വരിക. അപ്പോൾ ബേസിക്കലി എങ്ങനെയാണ് സെല്ല് വരുന്നതെന്ന് നോക്കിക്കോ. സിമ്പിളായിട്ട് ഇതിനെ സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, ഇതിനെ നമുക്ക് E1 എന്ന് കൊടുക്കാം, ഇതിനെ നമുക്ക് E2 എന്ന് കൊടുക്കാം, ഇതിനെ നമുക്ക് E3 എന്ന് കൊടുക്കാം, ഇതിനെ നമുക്ക് E4 എന്ന് കൊടുക്കാം. E1, E2, E3, E4. ഇത് A ആണ്, ഇത് B ആണ്. ഓക്കെ, കിർച്ചോഫ്സ് ലോ അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ തന്നെ ഒന്ന് പോയി നോക്കട്ടെ. ഓക്കെ, നിങ്ങളിത് ശ്രദ്ധിച്ചിരുന്നോ? കിർച്ചോഫ്സ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം നോക്കിക്കോ. കിർച്ചോഫ്സ് ലോ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ശ്രദ്ധിച്ചോ. VA ഇവിടുന്ന് മുകളിലോട്ട് പോകുന്ന സമയത്ത് VA പ്ലസ് E1, ഇങ്ങോട്ട് വരുന്ന സമയത്ത് മൈനസ് E2, ഇങ്ങോട്ട് വരുന്ന സമയത്ത് മൈനസ് E3, മുകളിലോട്ട് പോകുന്ന സമയത്ത് പ്ലസ് E4 അല്ലേ? പ്ലസ് E4 ഇസ് ഈക്വൽ ടു VB. നമ്മളെ ക്വസ്റ്റ്യനിൽ VA മൈനസ് VB അല്ലെങ്കിൽ VB മൈനസ് VA കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമുക്ക് VA മൈനസ് VB ഒന്ന് ചെയ്ത് നോക്കാം. VA മൈനസ് VB ഇസ് ഈക്വൽ ടു, മക്കളെ ഇവന്മാരൊക്കെ അപ്പുറത്തോട്ട് പോയില്ലടാ. അപ്പോൾ എന്നാ വരും പറഞ്ഞു? മൈനസ് E1 പ്ലസ് E2 പ്ലസ് E3 മൈനസ് E4. ഓക്കെ,
നൗ ക്ലിയർലി E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ EMF ആണ് അല്ലേ, മോഷണൽ EMF ആണ്. E1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഓരോ വാല്യൂസ് ആയിട്ട് ഇങ്ങോട്ട് എഴുതിയാലോ. ഓരോ വാല്യൂസ് ആയിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് E1 വാല്യൂ ആണ്. E1 ഇസ് ഈക്വൽ ടു നമുക്ക് ആൻസർ എങ്ങനെ വരും, ദാറ്റ് ഈസ് L/4 ആണ് ലെങ്ത്, V പെർപെൻഡിക്കുലർ ടു B ആണ്, BLV. അപ്പോൾ BLV എന്ന് പറയുമ്പോൾ BL/4 ഇൻറ്റു V. ഓക്കെ, അതുപോലെ തന്നെ E4 നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. E4 ഇസ് ഈക്വൽ ടു വീണ്ടും BL/4 ഇൻറ്റു V. ഇതാ ഇവിടുത്തെ EMF ആണ്. ഓക്കെ, നൗ E1 E4 നമുക്ക് കിട്ടി. ഇനി നമുക്ക് E2 ആണ് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത് അല്ലേ. E2ൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി എന്തല്ല, ഈ ലൈനിന് പെർപെൻഡിക്കുലർ അല്ല, ഇതല്ലേ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ലേ വരുന്നേടാ. റെഡി, നമുക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് വരച്ച് കാണിച്ചു തരാം. നോക്കിക്കേ, നമ്മൾ ഇതാ ഇവിടെ ലെങ്ത് ഇങ്ങനെയാണ് കാണിച്ചേക്കുന്നത്, എല്ലാണ് കാണിച്ചേക്കുന്നത്. V എന്ന് പറയുന്നത് അങ്ങോട്ടാണ് കാണിച്ചേക്കുന്നത്, V അങ്ങോട്ടാണ് കാണിച്ചേക്കുന്നത്, ലൈക്ക് ദാറ്റ് V. ഓക്കെ, ഈ ഒരു ആംഗിൾ നമുക്ക് എന്തായിട്ട് എടുക്കാം, 30 ഡിഗ്രി ആയിട്ട് എടുക്കാം. കാരണം ഇവിടെയുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്, 30 ഡിഗ്രിയാണ്. റെഡി, സോ ദിസ് കമ്പോണൻറ്റ്, ഈ കമ്പോണൻ്റ് അപ്പോൾ നമുക്ക് എന്തായിട്ട് എടുക്കാം, ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇത് V sin 30 എന്ന് വരും, V sin 30 അഥവാ V/2 എന്ന് വരും. അപ്പോൾ ലെങ്ത്തിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് V/2 ആണ് കേട്ടോ. ലെങ്ത്തിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് എത്രയാണ്, V/2 ആണ് വരുന്നത് അല്ലേ. സോ നൗ നമുക്ക് E2ൻ്റെ വാല്യൂ, സോറി E2 അല്ല, ഏതിൻ്റെ വാല്യൂ നമുക്ക് നോക്കാനുണ്ടായിരുന്നേ, E2യുടെ വാല്യൂ തന്നെ. ഓക്കെ, അപ്പോൾ E2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മക്കൾ ശ്രദ്ധിച്ചോണം, പെർപെൻഡിക്കുലർ വെലോസിറ്റി ആണ് V/2 എന്ന് പറയുന്നത് അല്ലേ, പെർപെൻഡിക്കുലർ വെലോസിറ്റി ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, BL ഇൻറ്റു V/2 എന്ന് എഴുതാം. ഓക്കെ, സിമിലർലി ഈ പറയുന്ന റോഡും ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത് 30 ഡിഗ്രിയിലാണ്. അപ്പോൾ E3 ആണ് നമുക്ക് വേണ്ടത്, ഇവിടുത്തെ E3 ആണ് എടുത്തേക്കുന്നത്, BLV/2, അതും BLV/2 തന്നെ വരും അല്ലേ. സിംപ്ലി നമുക്ക് ഹാൻഡിൽ ചെയ്തെടുക്കാം. ഇനി നോക്കിക്കേ നിങ്ങൾ, ഇനി വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ആയിട്ട് മാറിയിടാം മക്കളെ. നോക്കിക്കേ, VA മൈനസ് VB ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് മൈനസ് E1 മൈനസ് BLV/4 പ്ലസ് E2 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്, E2 എന്ന് പറയുമ്പോൾ BLV/2. E3 എന്ന് പറയുന്ന സമയത്തും അതെത്ര തന്നെയാണ് വരുന്നത്, BLV/2 തന്നെയാണ് വരുന്നത് അല്ലേ. മൈനസ് E4 എന്ന് പറയുന്ന സമയത്ത് BLV മൈനസ് BLV/4 ആണ് വരുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു BLV/2 പ്ലസ് BLV/2, ദാറ്റ് ഈസ് BLV മൈനസ് BLV/4 മൈനസ് BLV/4 മൈനസ് BLV/2. So your answer is BLV by minus BLV/2, that is BLV/2. So VA minus VB എന്ന് പറയുന്നത് BLV/2 ആണ് അല്ലേ. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ 1. അപ്പോൾ ഇതിൽ ഏത് കൂടി കയറി വന്നിട്ടുണ്ട്, കിർച്ചോഫ്സ് ലോയുടെ ആപ്ലിക്കേഷൻ കൂടി കയറി വന്നിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചോണേ. ഓക്കെ, ഇനി ഇതല്ലാതെ ഒരു എളുപ്പവഴി കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് BLV/2 എന്നല്ലേ കിട്ടിയത്. അതിന് ഏറ്റവും നല്ല എളുപ്പമുള്ളൊരു വഴി എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കിയിടാ മക്കളെ, ഈ റോഡൊക്കെ നമ്മളിവിടെ എന്ത് ചെയ്യുന്ന സമയത്ത്, കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ എയുടെയും ബിയുടെയും അക്രോസ് ഉള്ള എന്ത് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞത്, EMF കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ. എയുടെയും ബിയുടെയും അക്രോസ് ആണ് ഇവന്മാരെല്ലാം ഇരിക്കുന്നത് അല്ലേ. ഈ റോഡ് എല്ലാം ഇരിക്കുന്നത്. നമ്മൾ ഇമാജിനറി ആയിട്ട് എന്ത് കൺസിഡർ ചെയ്യുന്നു, എയുടെയും ബിയുടെയും അക്രോസ് മറ്റൊരു റോഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ എൻഡ് എ ആണ്, ഈ എൻഡ് ഏതാണ്, ബി ആണ്. ഓക്കെ, ഇമാജിനറി ആയിട്ട് റോഡ് കൺസിഡർ ചെയ്തു, എയുടെയും ബിയുടെയും അക്രോസ് ഉള്ള EMF കണ്ടാൽ പോരെ, സിമ്പിൾ പോയിന്റ്. അപ്പോൾ ഈ ഇമാജിനറി റോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L/2 ആണ്. അപ്പോൾ ഇവൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് V ആയിരിക്കും. ഓക്കെ, V വെലോസിറ്റി ഉണ്ട്, L/2 ലെങ്ത് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം, ഇവിടെ ഒരു സെല്ല്, ഇമാജിനറി ലൈൻ ഒരു സെല്ലായിട്ട് ആക്ട് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇമാജിനറി ലൈൻ ഒരു സെല്ലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവൻ്റെ അക്രോസ് വരുന്ന മോഷണൽ EMF എന്ന് പറഞ്ഞാൽ എത്രയാണ്, B പെർപെൻഡിക്കുലർ ടു L പെർപെൻഡിക്കുലർ ടു V ആണെങ്കിൽ B ഇൻറ്റു L/2 ഇൻറ്റു V എന്ന് ആൻസർ വരും. ഇമാജിനറി ലൈൻ വെച്ച് റീപ്ലേസ് ചെയ്താൽ പെട്ടെന്ന് കിട്ടിയില്ല ആൻസർ ഇല്ലേ. B ഇൻറ്റു L/2 V എന്ന് വരും. അപ്പോൾ VA മൈനസ് VB ദാറ്റ് ഈസ് ഈക്വൽ ടു B ഇൻറ്റു L/2 V. അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം, എങ്ങനെ വേണം ചെയ്യാം. രണ്ട് മെത്തേഡും പറഞ്ഞു എന്ന് മാത്രം, നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്തോ. ഇതൊക്കെ ടൈപ്പ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിച്ചോണം കേട്ടോ. ശരി,
അടുത്ത പോയിന്റിലോട്ട് വരുന്ന സമയത്ത് അടുത്ത പോയിന്റ് നമ്മൾ എവിടെയാണ് തുടങ്ങുന്നത് മക്കളെ? ദാറ്റ് ഈസ് ഇൻഡക്ടർ ഓഫ് ഇൻഡക്ടൻസ് 5 ഹെൻറി ആണ്. കറണ്ട് ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 10 ആംപിയർ ടു 20 ആംപിയർ ഇൻ 5 സെക്കൻഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ മക്കളെ. സെൽഫ് ഇൻഡക്ഷൻ ആണ് ഇനി അടുത്ത സെഗ്മെന്റ് വരുന്നത്. എന്താ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിൽ ഉണ്ടാവുന്ന കറണ്ടിൻ്റെ ചേഞ്ച് കൊണ്ട് ആ കോയിലിൽ എന്തുണ്ടാവുന്നു? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നു. ആ കോയിലിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നതിനെ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ കറണ്ട് ഇൻ ദ സെയിം കോയിൽ, ഒരു കോയിൽ ഉണ്ടാവുന്ന കറണ്ടിൻ്റെ ചേഞ്ച് കൊണ്ട് അതേ കോയിലിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്ന ഫിനോമിന ദാറ്റ് ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്ഷൻ അല്ലേ? സെൽഫ് ഇൻഡക്ഷൻ കേസിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ EMFൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് -L × di/dt ആണ്. യു നോ ദാറ്റ്. സോ E ഈസ് ഈക്വൽ ടു -L എന്ന് പറഞ്ഞാൽ 5 ആണ്. di എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കറണ്ട് അല്ലേടാ മക്കളെ? 10 ആംപിയറിൽ നിന്ന് 20 ആംപിയറിലേക്കാണ് ചേഞ്ച് ചെയ്തത് അല്ലേ? അപ്പോൾ എത്ര ചേഞ്ച് എന്ന് പറയുന്നത്? 10 ആംപിയർ. 20 - 10 ആംപിയർ എന്ന് വരും. ടൈം എത്രയാവന്മാർ പറഞ്ഞേക്കുന്നത്? ടൈം 5 സെക്കൻഡ് ആണ് പറഞ്ഞേക്കുന്നത്. 5. സോ 5 ക്യാൻസൽ. യുവർ ആൻസർ ഈസ് -10 വോൾട്ട്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, പക്ഷേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് NCERTയുടെ എക്സസൈസിലൊക്കെ 2 ക്വസ്റ്റ്യൻസ്, ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസും ഒരു സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെയും ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. ഓക്കെ, സെൽഫ് ഇൻഡക്ഷൻ കൺസെപ്റ്റാണ്. അടുത്തതായിട്ട് നമ്മൾ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നോയിക്കോണേ. യെസ്, അടുത്ത പോയിന്റ് സിറ്റുവേഷൻ ഷോൺ ഇൻ ഫിഗർ. ഇഫ് സം ഇൻസ്റ്റന്റ് ദ കറണ്ട് ഈസ് 10 ആംപിയർ ആൻഡ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 10⁻³ ആംപിയർ പെർ സെക്കൻഡ്, ദെൻ VA - VB ഈസ്. ക്രിച്ചോഫ്സ് ലോ ആണ്. ക്രിച്ചോഫ്സ് ലോ അല്ലേ? ക്രിച്ചോഫ്സ് ലോ കൊണ്ടിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ മക്കളെ ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിലേ ഇവന്മാർ എന്തിലായിരിക്കുന്നത്? സീരീസിലല്ല ഇരിക്കുന്നത്. സോറി, സീരീസ് അല്ല, പറഞ്ഞു മാറിപ്പോയി, പാരലലാണ്. അപ്പോൾ എഫക്റ്റീവ് ഇൻഡക്റ്റൻസ് ഇൻ പാരലലിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/L ഈസ് ഈക്വൽ ടു 1/L1 പ്ലസ് 1/L2 പ്ലസ് 1/L3 ആണ്. സോ 1/L ഈസ് ഈക്വൽ ടു 1/L1 എന്ന് പറയുമ്പോൾ 1/8 മില്ലി ഹെൻറി ആണ്. നമുക്ക് മാറ്റിയെടുക്കാവേ, മില്ലി ഹെൻറി ആണ്. 1/8 പ്ലസ് 1/12 പ്ലസ് 1/24 എന്ന ആൻസർ വരും. സോ 1/L ഈസ് ഈക്വൽ ടു പാരലൽ കണക്ഷൻ അല്ലേ? LCM നമുക്ക് 24 എന്ന് എടുക്കാം. LCM 24 എടുത്തു കഴിഞ്ഞാൽ 8 3 ആണ്. 8 × 3 24, 12 × 2 24, 1 × this 1. ഓക്കെ, 1 × 24 is equal to 24. യുവർ ആൻസർ ഈസ് എത്ര വരും? 6 / 24 എന്ന് വരും. 6 കട്ട് 24 കട്ട് 4 എന്ന ആൻസർ വരും. സോ യുവർ ആൻസർ ഈസ് എത്രയാണെന്ന് കിട്ടൂടാ മക്കളെ? L വാല്യൂ എന്ന് പറയുന്നത് 4 ആവും. ഇത് 1/L ആണ്. 1/L ഈസ് 1/4. അപ്പോൾ L വാല്യൂ എന്ന് പറയുന്നത് 4 മില്ലി ഹെൻറി ആണല്ലോ. ഓക്കെ, വാട്ട് ഈസ് 4 മില്ലി ഹെൻറി? 4 മില്ലി ഹെൻറി എന്ന് പറയുന്ന സമയത്ത് 4 × 10⁻³ ഹെൻറി ആണ്. ഓക്കെ, അത് കയ്യിൽ വെച്ചോ കേട്ടോ. ഇനി നമുക്ക് ഈ ഡയഗ്രാം എന്ത് ചെയ്യണം? ഇതെല്ലാവരും ഒന്ന് ഇപ്പം തന്നെ മാർക്ക് ചെയ്ത് വെച്ചോളാം. ഇക്വേഷൻസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളാം. നമുക്ക് Lൻ്റെ വാല്യൂ നമുക്കിവിടെ ആവശ്യമുണ്ട്. Lൻ്റെ വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതാ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോണം. ഈ സർക്യൂട്ട് ഒന്ന് നമ്മൾ ചെറുതാക്കി എടുത്തു കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിച്ചോണേ. ദിസ് പോയിന്റ് ഈസ് കോൾഡ് A. ഈ പോയിന്റ് A ആണ്. ഈ കാണിച്ചിരിക്കുന്ന ഇൻഡക്ടർ L ആണ്. ഈ കാണിച്ചിരിക്കുന്ന സെൽ എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ്. റെസിസ്റ്റർ ആണ്. അപ്പോൾ ഇവൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 4 × 10⁻³ ആണ് വരുന്നത്. ഹെൻറി, അത്രയും ഹെൻറി ആണ് വാല്യൂ വരുന്നത്. ഇവൻ്റെ വാല്യൂ എത്രയാവന്മാർ പറഞ്ഞേക്കുന്നത്? 5 വോൾട്ട് ആണ് പറഞ്ഞേക്കുന്നത്. ഇവൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ഓം ആണ്. എന്താണ് അവർ കാണാൻ പറഞ്ഞേക്കുന്നത്? ദാറ്റ് ഈസ് A ആൻഡ് B. VA - VB ആണ് കാണാൻ പറഞ്ഞേക്കുന്നത്. സിമ്പിൾ പരിപാടി. ഓക്കെ, VA - VB കാണാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു മക്കളേടാ? നമ്മളുടെ ക്രിച്ചോഫ്സ് ലോ അപ്ലൈ ചെയ്യുന്നു അല്ലേ? എങ്ങനെയാണ് ക്രിച്ചോഫ്സ് ലോ അപ്ലൈ ചെയ്യുന്നത്? VA കിടപ്പുണ്ട്. VA റെഡി. VA - L × di/dt അല്ലേ? ഇൻഡക്ടർ വരുന്ന സമയത്ത് പ്ലസ് മൈനസ് -L × di/dt. നെഗറ്റീവ് ടു പോസിറ്റീവ് എന്ന് പറയുമ്പോൾ പ്ലസ് ആണ് വരുന്നത്. 5 വോൾട്ട് അല്ലേ? ഇവിടെ വരുന്ന സമയത്ത് -IR എന്ന് വരും. ഓക്കെ, കറണ്ട് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. -IR ദാറ്റ് ഈസ് ഈക്വൽ ടു VB എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു VB. ഓക്കെ, സോ ക്ലിയർലി VA - L എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? L നമ്മളിവിടെ കണ്ടുപിടിച്ചല്ലോ. 4 × 10⁻³ ആണ്. ഓക്കെ, പിന്നെ നമ്മളുടെ എന്തിൻ്റെ റേറ്റ്? ഇൻക്രീസിങ് റേറ്റ് di/dt ആണ് തന്നേക്കുന്നത് കേട്ടോ. ആംപിയർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി. ആംപിയർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് di/dt ആണ്. di/dt എന്ന് പറയുന്നത് എത്രയാണ് തന്നേക്കുന്നത്? 10⁻³ ആണ് തന്നേക്കുന്നത്. ദാറ്റ്സ് ഓക്കെ, 10⁻³. ഓക്കെ, +5 കിടപ്പുണ്ട്. -IR. I എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ? I എത്ര? I ഇവിടെ തന്നിട്ടുണ്ടല്ലോ, 10 ആംപിയർ.
10 ആംപിയർ ഇൻറ്റു 10 ഓം ഈക്വൽ ടു വി ബി എന്ന് വരും അല്ലേ? ഇത് നിങ്ങൾ കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് 10⁻³ 10⁻³ കട്ട്. ഓക്കെ, സോ ക്ലിയർലി എന്തെന്ന് ആൻസർ വരും? 100 വരുന്നുണ്ട്. 100 + 5 199 അല്ലേ? അപ്പോൾ നമ്മൾ ആൻസർ ഞാൻ ഇവിടേക്ക് ഒന്ന് മാറ്റി എഴുതുന്നുണ്ട്. VA - 99 ഇസ് ഈക്വൽ ടു VB. VA - VB ഇസ് ഈക്വൽ ടു 99 വോൾട്ട്. സിമ്പിൾ. ഇതിൽ എന്തും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻഡക്റ്റൻസ് ഇൻ പാരലലും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 1/L = 1/L1 + 1/L2 + 1/L3. സീരീസ് ആകുമ്പോൾ പിന്നെ നമ്മളെ പഴയ റെസിസ്റ്റർ പരിപാടി തന്നെ, അങ്ങനെ ആലോചിച്ചാൽ മതി ഇൻഡക്ടറിൻ്റെ കേസിൽ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? നോക്കിക്കേ. യെസ്, ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. നോക്കിയിരുന്നു കേട്ടോ, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സർക്യൂട്ട് ആസ് ഷോൺ ഇൻ ഫിഗർ. അറ്റ് t is equal to 0, switch S is closed, the current supplied by the battery at t is equal to infinity. മക്കളെ, t is equal to 0 എന്ന് പറയുന്നതും t is equal to infinity എന്ന് പറയുന്നതും കറക്റ്റ് ശ്രദ്ധിച്ചോണം. t is equal to 0 എന്ന് പറയുന്നത് ഏത് ഇൻസ്റ്റൻ്റ് ആണ്? സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന ഈ സ്വിച്ച് കണ്ടോ നിങ്ങൾ? സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന ആ ഇൻസ്റ്റൻറ്റിനെയാണ് നമ്മൾ t is equal to 0 എന്ന് പറയുന്നത്. ഓക്കെ, t is equal to infinity എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ശരിക്കും എൻ്റെ മീനിങ് ഉദ്ദേശിക്കുന്നത് സ്വിച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരുപാട് സമയത്തിന് ശേഷമാണ് പറയുന്നത്. സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഒരുപാട് സമയത്തിന് ശേഷം. ഓക്കെ, സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കളെ, ഇവിടെ കൊടുത്തേക്കുന്ന സെല്ല് എന്ന് പറയുന്നത് ഒരു DC ആണ് സപ്ലൈ ചെയ്യുന്നത്. DC സപ്ലൈ ആവുന്ന സമയത്ത് ഇവിടെ ഇൻഡക്ടറിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കാരണം ഇൻഡക്ടറിൻ്റെ പ്രത്യേകത അവിടെ സെൽഫ് ഇൻഡക്ഷൻ നടക്കണം എന്നുള്ളതാണ്. സെൽഫ് ഇൻഡക്ഷൻ നടക്കണമെങ്കിൽ കറണ്ടിൽ എന്ത് വരണം? ചേഞ്ച് വരണം. കറണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ AC ആയിരിക്കണ്ടേ? DCക്ക് ചേഞ്ച് ഉണ്ട്. എപ്പോൾ മാത്രം? സ്വിച്ച് ഓൺ ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റിലും പിന്നെ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ആ ഇൻസ്റ്റൻറ്റിലും മാത്രമാണ് എന്ത് ചെയ്യുന്നത്? DCയിൽ കറണ്ട് ചേഞ്ച് ചെയ്യുന്നത് അല്ലേ? പക്ഷേ AC അങ്ങനെയല്ല, കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡ്സ് അങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ t is equal to infinity എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കണ്ടേ? അവിടെ DC ആണ് പോകുന്നത്. DCക്ക് ഇപ്പം ഇനി എന്തില്ല? ചേഞ്ച് ഇല്ല. DCക്ക് ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇൻഡക്ടർ വിൽ ആക്ട് ആസ് എ കണ്ടക്ടർ. അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇൻഡക്ടർ വിൽ ആക്ട് ആസ് എ കണ്ടക്ടർ. ഇൻഡക്ടർ എന്ന് പറയുന്നത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും. അവിടെ സെൽഫ് ഇൻഡക്ഷൻ ഇല്ല എന്നാണ് മീനിങ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? t is equal to infinity എന്ന് പറയുന്ന ടൈം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെ ഷോർട്ട് ചെയ്യാം? L എന്ന് പറയുന്നവനെ അവിടെ ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. L അവിടെ ഇല്ല. കാരണം അവിടെ എന്തില്ല മക്കളെ? ചേഞ്ച് ഇൻ കറണ്ട് ഇല്ല. ചേഞ്ച് ഇൻ കറണ്ട് ഇല്ലാതെ പിന്നെ സെൽഫ് ഇൻഡക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് EMI ആണ്, ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ ആണ്. ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ ആര് വേണം? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് വേണം, ചേഞ്ച് ഇൻ ഏരിയ വേണം, ചേഞ്ച് ഇൻ തീറ്റ, എന്തെങ്കിലുമൊക്കെ നടക്കണ്ടേ? ഇവിടെ കറണ്ട് മാറുന്നില്ല, ഫീൽഡ് മാറുന്നില്ല, നോ സെൽഫ് ഇൻഡക്ഷൻ. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യാന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏർപ്പാടല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. 6R 3R എങ്ങനെയാണ് ഇരിക്കുന്നത് മക്കളേടാ? പാരലലായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? 6R 3R പാരലായിട്ടിരിക്കുമ്പോൾ RP is equal to, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ അല്ലേ? RP is equal to R1 R2 divided by R1 plus R2. What is R1? 6R into 3R divided by 6R plus 3R is equal to 2R. 2R അല്ലേ? 6 into 3 18, 6 plus 3 9 അല്ലേ? 18/9 2R. ഓക്കെ, 2R. സോ ഈ എഫക്റ്റീവ് സർക്യൂട്ട് അപ്പം നമുക്ക് ഇങ്ങനെ മാറ്റി വരയ്ക്കാമല്ലോ. EMF ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ R ഇരിപ്പുണ്ട്. ഇവന്മാരുടെ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് 2R ആണ് അല്ലേ? ഇത് R, ഇത് 2R, ഇത് E ആണ്. R plus 2R 3R ആണ്. കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനലാണ് കറണ്ട് ഫ്ലോ വരുന്നത്. I is the current flow. ഓക്കെ, I is equal to, നമുക്ക് ആൻസർ എങ്ങനെ വരും? ദാറ്റ് ഈസ് EMF ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് R plus 2R എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 3R എന്ന് വരും. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ 2, E/3R അല്ലേ? E/3R. സിമ്പിൾ പോയിന്റ്. ഓക്കെ, ഇനി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലേ ഇപ്പം നമ്മൾ ചെയ്തത്?
ഇനി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എ കോയിൽ ഓഫ് റേഡിയസ് സ്മോൾ ആർ ആൻഡ് ഹാവിംഗ് n ടേൺസ് ഈസ് കെപ്റ്റ് കൊയാക്സിയലി വിത്തിൻ എ ലോങ് സോളിനോയിഡ് ഹാവിംഗ് n ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലേ. n ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ഉള്ളത്. ആൻഡ് റേഡിയസ് ക്യാപിറ്റൽ ആർ ഈസ് ഗ്രേറ്റർ ദാൻ ആർ, ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഈസ്. സിമ്പിൾ പരിപാടി അല്ലേ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാമല്ലോ. കാണിച്ചു തരാം. നോക്കിയാൽ മക്കളേടാ, അതായത് എൻ്റെ കയ്യിലൊരു സോളിനോയിഡ് ഉണ്ട്, കുറച്ച് വലിയ സോളിനോയിഡാണ്. ഓക്കെ, വലിയ സോളിനോയിഡാണ്. ഈ വലിയ സോളിനോയിഡിൻ്റെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് n. ശ്രദ്ധിക്കണേ. ഇതിൻ്റെ ഉള്ളിലോട്ട് അപ്പോൾ ഇവൻ്റെ റേഡിയസ് എത്രയാണെന്ന് അവന്മാർ പറയുന്നുണ്ട്, ക്യാപിറ്റൽ ആർ ആണെന്ന് പറയുന്നുണ്ട്, ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, അപ്പോൾ ഈ പറയുന്ന n ഇവിടെ തന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ എന്ത് ഫ്ലോ ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുന്നു, കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ വലിയവൻ എന്ന് പറയുമ്പോൾ ഞാൻ ക്യാപിറ്റൽ ആർ കൂടുതലുള്ളവനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ വലിയവൻ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് മക്കളെ μ0 ni. ക്വസ്റ്റ്യൻ ഒരെണ്ണം ക്യാപിറ്റൽ എന്നും ഒരെണ്ണം സ്മോൾ എന്നും അല്ലേ തന്നേക്കുന്നത്. നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സോളിനോയിഡിൻ്റെ കറണ്ട് അല്ല, മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ μ0 ni ആണ്. അപ്പോൾ സ്മോൾ n തരുന്നവനിലാണ് ഞാൻ എന്ത് ഫ്ലോ ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യുന്നത്. കാരണം മറ്റേ കോയിലിൻ്റെ എന്ത് തന്നിട്ടില്ല, സ്മോൾ n അല്ല തന്നേ, ക്യാപിറ്റൽ n ആ തന്നേ. കറണ്ടിൻ്റെ ഇക്വേഷൻ μ0 ni അല്ലേ, അതാണ് അടുത്തൊരു ഹിൻറ്റ്. ഓക്കെ, അപ്പോൾ സ്മോൾ n തരുന്നവനിലൂടെ, സ്മോൾ n തരുന്നവൻ എന്ന് പറയുന്നത് ആരാ, സ്മോൾ n എന്ന് പറഞ്ഞാൽ വലിയവൻ്റെ, അതായത് ലാർജ് റേഡിയസ് ഉള്ളവൻ്റെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ ഇതിലൂടെയാണ് കറണ്ട് ഫ്ലോ നടക്കുന്നത്. ഓക്കെ, കറണ്ട് ഫ്ലോ നടക്കുന്നത്. എന്നിട്ട് എന്താ അവന്മാർ പറഞ്ഞേക്കുന്നത്, അവിടെ കൊയാക്സിയലായിട്ട് മറ്റൊരു സോളിനോയിഡ് വെച്ചു. കൊയാക്സിയലായിട്ട് മറ്റൊരു സോളിനോയിഡ് വെച്ചു എന്ന് പറയുമ്പോൾ ആ സോളിനോയിഡ് ഇങ്ങനെയാണ് കയറ്റി വയ്ക്കുന്നത്, ലൈക്ക് ദിസ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറക്റ്റ് ഇതിൻ്റെ കൊയാക്സിയലായിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, കൊയാക്സിയലായിട്ട് എന്ത് ചെയ്യുന്നു, ഒന്ന് വൃത്തിയായിട്ട് വരയ്ക്കട്ടെ. കൊയാക്സിയൽ എങ്ങനെയാണ് പറയുന്നത്, ഇതിപ്പോൾ കൊയാക്സിയലായിട്ട് വരയ്ക്കുമ്പോഴേ യെസ്, ഇങ്ങനെ കൊയാക്സിയലായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഇതിനുള്ളിൽ വെക്കുന്നു എന്നുള്ളത് മീൻ ചെയ്താൽ. ഓക്കെ, ഇവൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് അവന്മാർ എന്നും തന്നിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യം കറക്റ്റ് ശ്രദ്ധിച്ചോണം. കറണ്ട് ഫ്ലോയിങ് ത്രൂ, നമുക്കൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഈ പറയുന്നവനെ പി എന്ന് വിളിക്കാം, ഈ പറയുന്നവനെ ക്യൂ എന്ന് വിളിക്കാം. ശ്രദ്ധിച്ചോണേ. ആദ്യം ഉണ്ടായിരുന്ന വലിയവനാണ് പി, അതിനുള്ളിലോട്ട് വെച്ചവനാണ് ക്യൂ. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് പിയിൽ. ശ്രദ്ധിച്ചോണം, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് പിയിൽ. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് പി. കറണ്ട് ഫ്ലോ ചെയ്യുന്നവനാണല്ലോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കണ്ടേ അല്ലേ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നവൻ പി. ആ മാഗ്നറ്റിക് ഫീൽഡ് ആരുമായിട്ട് ലിങ്ക് ചെയ്യുന്നു, ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച ക്യൂവുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. ശ്രദ്ധിക്കണം, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് പി ആണ്, ആ മാഗ്നറ്റിക് ഫീൽഡ് ലിങ്ക് ചെയ്യുന്നത് ക്യൂവുമായിട്ടാണ്. ഓക്കെ, ആ മാഗ്നറ്റിക് ഫീൽഡ് ലിങ്കും ചെയ്യുന്നത് ക്യൂവുമായിട്ടാണ് എന്ന് പറയുന്ന സമയത്ത് മക്കളെ ശ്രദ്ധിച്ചോണം, മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ക്യൂ, കൺസെപ്റ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ക്യൂ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കറണ്ട് ഫ്ലോയിങ് ത്രൂ പി. കറണ്ട് ഫ്ലോയിങ് ത്രൂ പി. പിയിൽ കറണ്ട് പോകുന്നു, പിയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു, ആ മാഗ്നറ്റിക് ഫീൽഡ് ക്യൂവുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. ഓക്കെ, സോ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ക്യൂ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കറണ്ട് ഫ്ലോയിങ് ത്രൂ പി. റെഡി? സോ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് കാണണമെങ്കിൽ n∅ എന്ന് യൂസ് ചെയ്തോളാം. എന്ത് യൂസ് ചെയ്തോളാം? n∅. ഒരു ടേണിൻ്റെ ഫ്ലക്സ് ആണ് φ. n ടേണിൻ്റെ ഫ്ലക്സ് ആണ് n∅. That total flux linked with Q is directly proportional to current flowing through P. That is a concept of mutual induction. Okay. Now, so n∅ is equal to മക്കളെ നമുക്ക് ഇങ്ങനെ എഴുതാം mi. n∅ is equal to mi. So what is n∅? NBA is equal to mi. Okay,
സോ എൻ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ μ0 ni ആണ്. ഓക്കെ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഏരിയ ആണ്? ഫ്ലക്സ് ആരുമായിട്ടാണോ ലിങ്ക് ചെയ്യുന്നത് അവൻ്റെ ഏരിയ. ഫ്ലക്സ് ആരുമായിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്? ക്യൂവുമായിട്ടല്ലേ ലിങ്ക് ചെയ്യുന്നത്? അവൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ക്യൂവിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ആർ തന്നിരിക്കുന്നത്. ക്യൂവിൻ്റെ റേഡിയസ് സ്മോൾ ആർ ആണ്. ഈ റേഡിയസ് സ്മോൾ ആർ ആണ്. അപ്പോൾ ക്യൂവിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? πr² ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു mi എന്ന് വരും. മക്കൾ ശ്രദ്ധിച്ചോണേ, ഐ കട്ട് പോട്ടെ. m ഈക്വൽ ടു യുവർ ആൻസർ ഈസ് എന്തെന്ന് വരും? μ0 nn πr². ദാറ്റ്സ് യുവർ ആൻസർ. ഓക്കെ, μ0 nn πr². ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് വരുന്നത്? നമ്മളുടെ ഇക്വേഷൻ വരുന്നതിൽ എവിടെ ഓപ്ഷൻ ഏതാ? നിങ്ങൾ നോക്കിയിട്ട് പറ, ഏതാ ഓപ്ഷൻ കിടക്കുന്നത്? അതേ കിടക്കുന്ന ഓപ്ഷൻ 2, μ0 nn πr². ദാറ്റ്സ് യുവർ ആൻസർ. മ്യൂച്വൽ ഇൻഡക്ഷൻ കൺസെപ്റ്റാ. ഓക്കെ, നൗ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നോക്കാം. ലിസൺ. ഇൻ ആൻ ഓസിലേഷൻ ഓഫ് LC സർക്യൂട്ട് മാക്സിമം ചാർജ് ഓൺ ദ കപ്പാസിറ്റർ ഈസ് Q. അതെ, സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്തുമായിട്ട് റിലേറ്റഡ് ആണ് മക്കളെ? നമ്മളുടെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ, എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. ശരിക്കും ഒരു ഓസിലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനേക്കാൾ കൂടുതൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? നമ്മളൊരു ഫുള്ളി ചാർജ്ഡ് കപ്പാസിറ്റർ, ഓക്കെ, ഫുള്ളി ചാർജ്ഡ് കപ്പാസിറ്റർ എന്ന് പറയുന്ന സമയത്ത് മാക്സിമം ചാർജ് Q ആണ്. അപ്പോൾ ഇവൻ്റെ ചാർജ് Q ആണെന്ന് വിചാരിക്കടാ. ഓക്കെ, Q ഉണ്ട്, ചാർജ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഫുള്ളി ചാർജ്ഡാണ്. അപ്പോൾ ഇവൻ്റെ എനർജി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം Q² / 2C ആണ്. എല്ലാവർക്കും അറിയുന്നതല്ലേ? ഈ ഫുള്ളി ചാർജ്ഡ് കപ്പാസിറ്റർ നിങ്ങൾ എന്തിലേക്ക് കണക്ട് ചെയ്തു? ഒരു ഇൻഡക്ടറിലേക്ക് എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. ശ്രദ്ധിച്ചോണേ, ഒരു ഇൻഡക്ടറിലേക്ക് കണക്ട് ചെയ്തു. ഇൻഡക്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ കപ്പാസിറ്ററിൻ്റെ കയ്യിലുള്ള എനർജി എന്തായിട്ട് മാറും? മാഗ്നറ്റിക് എനർജി ഓഫ് ദ ഇൻഡക്ടർ ആയിട്ട് മാറും. മാഗ്നറ്റിക് എനർജി ഓഫ് ദ ഇൻഡക്ടർ വീണ്ടും കപ്പാസിറ്ററിലേക്കുള്ള എനർജി ആയിട്ട് മാറും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് LC ഓസിലേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ്. ഇവിടെ ശരിക്കും എന്താ പറഞ്ഞിരിക്കുന്നത്? In an LC oscillation of LC circuit, the maximum charge on the capacitor is Q. അപ്പോൾ ഇനിഷ്യൽ ചാർജ് Q ആണ്. The charge on the capacitor when the energy is stored equally between electric and magnetic field. അതായത് ആ പറഞ്ഞതിൻ്റെ മീനിങ് എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇവൻ്റെ കയ്യിലുള്ള പകുതി എനർജി അവൻ ഇൻഡക്ടറിന് കൊടുത്തു. ഓക്കെ, ഇവൻ്റെ കയ്യിലുള്ള പകുതി എനർജി അവൻ എന്ത് ചെയ്തു? ഇൻഡക്ടറിന് കൊടുത്തു. റെഡി? ഇപ്പം ഈ പറയുന്നവൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഫുൾ ചാർജ് ആയിരുന്നപ്പോൾ Q ആ. റെഡി? കപ്പാസിറ്റർ ഫുൾ ചാർജ് ആയിരുന്നപ്പോൾ ചാർജ് Q ആണ്. ഇവൻ്റെ പകുതി എനർജി ഇൻഡക്ടറിന് കൊടുത്തപ്പോൾ കപ്പാസിറ്ററിൻ്റെ ചാർജ് കുറയുമല്ലോ. കപ്പാസിറ്റർ ചാർജ് കുറഞ്ഞ് Q' ആയിട്ട് മാറി എന്ന് വിചാരിച്ചോ. കപ്പാസിറ്റർ കയ്യിലുള്ള പകുതി എനർജി ഇൻഡക്ടറിന് കൊടുത്തു, കപ്പാസിറ്ററിൻ്റെ കയ്യിലുള്ള ചാർജ് കുറഞ്ഞ് Q എന്നുള്ളത് Q' ആയിട്ട് മാറി. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് Q' എന്നാണ് ക്വസ്റ്റ്യൻ. അതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പം പകുതി എനർജിയെ ആരെ കയ്യിലുള്ളൂ? കപ്പാസിറ്ററിൻ്റെ കയ്യിലുള്ളൂ. ഇപ്പോൾ റൈറ്റ് നൗ അവൻ്റെ കയ്യിലുള്ള എനർജി എന്ന് പറയുന്നത് Q' Q² / 2C ആണ്. അപ്പോൾ Q' / 2C ആണ് ഇപ്പോൾ കപ്പാസിറ്ററിൻ്റെ കയ്യിലുള്ള എനർജി. ആ എനർജി എന്ന് പറയുന്നത് ഇനിഷ്യൽ എനർജിയുടെ പകുതി മാത്രമേ ഉള്ളൂ എന്നാണ് അവന്മാർ പറയുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പോൾ കപ്പാസിറ്ററിൻ്റെ കയ്യിലുള്ള എനർജി ഇനിഷ്യലി കപ്പാസിറ്ററിൻ്റെ കയ്യിലുള്ള എനർജിയുടെ പകുതിയാണ് എന്നാണ് പറയുന്നത്. എത്രയാണ് ഇനിഷ്യലി ആ കപ്പാസിറ്ററിൻ്റെ കയ്യിലുള്ള എനർജി എന്ന് പറയുന്നത്? Q' / 2C ഇസ് ഈക്വൽ ടു ഇനിഷ്യലി അവൻ്റെ കയ്യിലുള്ള എനർജി എന്ന് പറയുന്നത് Q² / 2C ആണ് ഇൻറ്റു ഈ /2 കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കട്ട് ചെയ്യാം? 2C കട്ട് ചെയ്യാം. Q' ഇസ് ഈക്വൽ ടു Q² / 2 എന്ന് വരും. രണ്ട് സൈഡിലും റൂട്ട് എടുക്കുന്ന സമയത്ത് Q' ഇസ് ഈക്വൽ ടു Q/√2 എന്ന് വരും. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓക്കെ, പെട്ടെന്ന് കിട്ടാവുന്നൊരു കൺസെപ്റ്റാണ് അല്ലേ? റെഡി? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 11 ശ്രദ്ധിച്ചോണം കേട്ടോ. യെസ്, നമുക്ക് നോക്കാം. എ കോയിൽ ഓഫ് ഇൻഡക്റ്റൻസ് L
ആൻഡ് റെസിസ്റ്റൻസ് ആർ ഈസ് കണക്റ്റഡ് ടു എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ്. ഇവനാണ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ്. ഓക്കെ. അറ്റ് t is equal to 0 the switch S is closed. The time after which the current in the circuit will reach 50% of the steady state value. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു കൺസെപ്റ്റിൽ അവർ പറയുന്നത് കറണ്ട് എന്ത് ചെയ്തിട്ടില്ല, അതിൻ്റെ മാക്സിമം മറ്റേ വാല്യൂവിൽ എത്തിയിട്ടില്ല. അത് DC സപ്ലൈ ആണ് അല്ലേ? ഞാൻ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞു T ഇൻഫിനിറ്റി ആകുമ്പോൾ എന്താ പ്രത്യേകത എന്ന് പറയുന്നത്. T ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് നമുക്ക് എളുപ്പമുള്ള പരിപാടിയായിരുന്നു. കാരണം ഇൻഡക്ടർ എന്ത് ചെയ്യുന്നില്ല, ഇൻഡക്ടർ വിൽ ആക്ട് ആസ് എ കണ്ടക്ടർ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇൻഡക്ടർ വിൽ ആക്ട് ആസ് എ കണ്ടക്ടർ. പക്ഷേ ഇവിടെ അവന്മാർ പറയുന്നത് എന്താണ്, ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് ആണ് പറയുന്നത്. ട്രാൻസിയൻറ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് വരുന്ന സ്റ്റേറ്റ് ആണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഡോൺ പറയും, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കോയിൽ ഓഫ് ഇൻഡക്റ്റൻസ് L ആണ്, നമുക്ക് ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് ആണ് പറയുന്നത്. ദാറ്റ് ഈസ് 50% ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ ആണ്. ട്രാൻസിയൻറ്റ് സ്റ്റേറ്റിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട് മക്കളെ. ആ പഠിക്കേണ്ട ഇക്വേഷൻ നിർബന്ധമായിട്ട് നമ്മൾ നോക്കി വെക്കേണ്ട ഇക്വേഷനാണ്. ദാറ്റ് ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. RL സർക്യൂട്ട് അല്ലേടാ മക്കളെ. ഓക്കെ. RL സർക്യൂട്ടിൽ കറണ്ടിൻ്റെ ചേഞ്ച് കാണിക്കുന്ന ട്രാൻസിയൻറ്റ് സ്റ്റേറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് I എന്ന് പറയുന്നത് I0 × 1 - e raised to -RT/L ആണ് വരിക. ഇക്വേഷൻ പഠിക്കണം കേട്ടോ. ട്രാൻസിയൻറ്റ് സ്റ്റേറ്റിൻ്റെ ഇക്വേഷനാണ്. സോ ക്ലിയർലി നമുക്ക് എന്ത് പറയാം, I0 എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ആണ് കേട്ടോ. മാക്സിമം വാല്യൂ ഈ സർക്യൂട്ടിൽ വരാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്, അതായത് T = ഇൻഫിനിറ്റി ആയാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ T = ഇൻഫിനിറ്റി ആയാൽ ഇൻഡക്ടർ വിൽ ആക്ട് ആസ് എ കണ്ടക്ടർ അല്ലേ? അപ്പോൾ ഇൻഡക്ടർ വിൽ ആക്ട് ആസ് എ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന മാക്സിമം വാല്യൂ ആണ് I0 എന്ന് പറയുന്നത്. I0 എന്ന് പറയുന്നത് അപ്പോൾ എന്തായിട്ട് മാറും, E/R ആയിട്ട് മാറും. ശ്രദ്ധിച്ചോണം കേട്ടോ അല്ലേ? ദാറ്റ് ഈസ് I0 = E/R ആയിട്ട് മാറും. കാരണം ഇൻഡക്ടർ ഇല്ലാത്ത അവസ്ഥയാണ്. ദാറ്റ് ഈസ് E/R ആയിട്ട് മാറും. റെഡി? എന്താ അവന്മാർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, സർക്യൂട്ട് എന്ന് പറയുന്നത് 50% ഓഫ് ദ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ ആയി എന്നാണ് പറഞ്ഞത്. അതായത് സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ ആണ് E/R. അപ്പോൾ ഇപ്പം കറണ്ട് എത്രയാവുന്നു എന്നാണ് പറഞ്ഞത്, ഇതിൻ്റെ 50%. ഇതിൻ്റെ 50% എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി E/2R. ഓക്കെ. E/2R എന്ന് പറയുന്ന വാല്യൂ സ്റ്റഡി സ്റ്റേറ്റ് കറണ്ടിൻ്റെ പകുതി വാല്യൂ ആവാൻ എത്ര ടൈം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിളായിട്ട് ചെയ്യണം, ഡോൺ വറി, പെട്ടെന്ന് ചെയ്തെടുക്കാം. I എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്, I എന്ന് പറഞ്ഞാൽ E/2R ആണ്. ശ്രദ്ധിച്ചോണേ. I0 എന്ന് പറഞ്ഞാൽ E/R ആണ്. × 1 - e raised to -RT/L ആണ്. ഇവിടെ R/L നമ്മൾ ടൈം കോൺസ്റ്റന്റ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ടൈം കോൺസ്റ്റന്റ് R/L നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നോ ക്ലിയർലി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നവനൊക്കെ കട്ട് ചെയ്തോ. E/R നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ. യുവർ ആൻസർ ഈസ് 1/2 = 1 - e raised to -RT/L എന്ന് വന്നു. ഓക്കെ. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് e raised to -RT/L = 1 - 1/2. ദാറ്റ് ഈസ് 1/2. ഈ 1/2 അപ്പുറത്തോട്ട് പോയി 1 - 1/2 1/2 ആയിട്ട് മാറി. ഓക്കെ. സോ ക്ലിയർലി e raised to -RT/L ഞാൻ ഇങ്ങനെ എഴുതുന്നു. 2 എന്ന് പറയുന്നത് മുകളിലോട്ട് പോയാൽ 2 raised to -1 ആയി. ഓക്കെ. രണ്ട് സൈഡിൽ ലോഗരിതം എടുത്തോളൂ കേട്ടോ. രണ്ട് സൈഡിൽ ലോഗരിതം ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുന്നുണ്ട്, നോക്കിക്കോണേ. രണ്ട് സൈഡിൽ ലോഗരിതം എടുക്കുന്ന സമയത്ത് ലോഗരിതം ഓഫ് e raised to -RT/L = ലോഗരിതം ഓഫ് 2 raised to -1. ഓക്കെ. സോ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ലോഗരിതം ഓഫ് ലോൺ ഇ ക്യാൻസൽ ആയി പോകും. അപ്പോൾ ആൻസർ ഇങ്ങനെ വരും, -RT/L എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ -1 നമുക്ക് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ -1 പ്രോപ്പർട്ടി ഓഫ് ദ ലോഗരിതം ലോൺ 2 എന്ന് വരും. ഓക്കെ. ക്ലിയർലി മൈനസ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. മൈനസ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്ന സമയത്ത് ആൻസർ എങ്ങനെയാണ് വരുന്നേടാ, RT/L = ലോൺ 2 ലോഗരിതം ഓഫ് 2. സോ ടൈമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ടൈം ഈസ് ഈക്വൽ ടു L/R × ലോൺ 2. L/R × ലോൺ 2. ഓക്കെ. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ എവിടെ ഇതാ കിടക്കുന്നു, L/R × ലോൺ 2. സിമ്പിൾ ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് കേട്ടോ.
യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തത് ഇപ്പോൾ എന്തുമായിട്ട് റിലേറ്റഡ് ഇത് നിങ്ങളുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ റിലേറ്റഡ് കൺസെപ്റ്റാണ് കേട്ടോ. നമ്മളെ മോഷണൽ EMFൻ്റെ കൺസെപ്റ്റ് തന്നെയാണ്. നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ്ങിൽ നമ്മൾ നോക്കുന്ന സമയത്ത്, വളരെ സിമ്പിളായിട്ട് നോക്കുന്ന സമയത്ത്, മെറ്റാലിക് വീലാണ്, 8 സ്പോക്കുകളുണ്ട്. ഈ സ്പോക്ക് എന്ന് പറഞ്ഞാൽ ഇവരാണ് സ്പോക്ക് കേട്ടോ. ദീസ് ആർ സ്പോക്സ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് സ്പോക്കുകൾ. ഒരു സ്പോക്ക് ലെങ്ത് L ആണെന്ന് അവന്മാർ പറഞ്ഞിട്ടുണ്ടേ. സ്പോക്ക് ലെങ്ത് L എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പോക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രീവിയസ് ഇയർ കൺസെപ്റ്റാണ്, ഓർമ്മയിൽ വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് എന്ത് ചെയ്തുണ്ട്, ഇവനിങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യാണ് കേട്ടോ, റൊട്ടേറ്റ് ചെയ്യാണ്. മക്കളെ, നമ്മളെ റൊട്ടേഷൻ കൺസെപ്റ്റ് പറയുന്ന സമയത്ത് അതിൻ്റെ ഇക്വേഷൻ നിങ്ങളൊന്ന് നോക്കി വെച്ചോ കേട്ടോ. ഒരു റോഡ് എന്ത് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒമേഗയാണ് റൊട്ടേഷൻ എന്ന് വിചാരിച്ചോ. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് ചെയ്യുന്ന സമയത്ത്, റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന മോഷണൽ EMF, ദ EMF ഇൻഡ്യൂസ്ഡ് അക്രോസ് A ആൻഡ് B, രണ്ട് എൻസിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന EMF, മോഷണൽ EMFൻ്റെ തന്നെ ഒരു കൺസെപ്റ്റാണ്, റൊട്ടേഷൻ കൺസെപ്റ്റാണ്. അവിടെ ഉണ്ടാകുന്ന EMF എന്ന് പറയുന്നത് BL²ω/2 ആണ്. BL²ω/2 NCERT കിടക്കുന്ന ഡെറിവേഷനാണ്, ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. BL²ω/2 ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ അവർ പറയുന്നത് 8 സ്പോക്കുകളുണ്ട്. ഈ 8 സ്പോക്കുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മക്കളെ ശ്രദ്ധിക്കണം, 8 സ്പോക്കുകളും കണക്ട് ചെയ്തിരിക്കുന്നത് ഇൻ ബിറ്റ്വീൻ O ആൻഡ് A ആണ്. ശ്രദ്ധിക്കണം, ഇൻ ബിറ്റ്വീൻ O ആൻഡ് A ആണ്. 8 പേരെ ഓയുടെയും എയുടെയും ഇടയിലായിട്ട് കണക്ട് ചെയ്താൽ അതിൻ്റെ മീനിങ് പാരലൽ കണക്ഷൻ എന്നാണ്. അല്ലേ? സിമ്പിളി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ സീരീസ് കണക്ഷനൊക്കെ, നമ്മളെ റെസിസ്റ്റൻസിൻ്റെ പാരലൽ കണക്ഷനൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. ഇങ്ങനെ കിടപ്പുണ്ട്, ഇങ്ങനെ കിടപ്പുണ്ട്, ഇങ്ങനെ കിടപ്പുണ്ട്. ഇത് O, ഇത് എന്ന് പറയുന്നത് A. ഓക്കെ, OA, ഓയുടെയും എയുടെയും ഇടയിലായിട്ട് ഇങ്ങനെ പാരലായിട്ടല്ലേ വരിക. രണ്ടും കണക്ട് ചെയ്തിരിക്കുന്ന ഓയുടെയും എയുടെയും ഇടയിലാണ്. റെഡി? നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞ കേട്ടോ റെസിസ്റ്റർ. ഇത് കണ്ടക്ടറിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് മക്കളെ, ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന സ്പോക്കുകൾ 8 എണ്ണവും, കണക്ട് ചെയ്യുന്ന സ്പോക്കുകൾ 8 എണ്ണവും പാരലലായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എന്തായിട്ടുള്ള അറേഞ്ച്മെൻറ്റുകളാണ്? പാരലലായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്. അതെന്തുകൊണ്ടാണ് പാരലായിട്ട് കൺസിഡർ ചെയ്യാൻ കാരണം? ഓയും എയും എന്ന് പറയുന്ന കോമൺ ടെർമിനൽസിൻ്റെ അക്രോസ് ആണ്. എന്ത് ചെയ്തിരിക്കുന്നത്? 8 സ്പോക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ദ 8 കണ്ടക്ടേഴ്സ് ആർ പാരലൽ. ഇവിടെ കൺസിഡർ ചെയ്യുന്ന 8 കണ്ടക്ടറുകളും എന്താണ്? പാരലലാണ്. ഓക്കെ, 8 കണ്ടക്ടറും പാരലലാന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ് മക്കളെ? ഒരെണ്ണത്തിലുണ്ടാവുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ഒരുത്തൻ്റെ അക്രോസ് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഒരു 2 വോൾട്ട് ആണെങ്കിൽ മറ്റവൻ്റെ അക്രോസ് ഉണ്ടാവുന്നതും എത്ര വോൾട്ടാ? 2 വോൾട്ട്. അതിൻ്റെ അപ്പുറത്തുണ്ടാവുന്നതിൻ്റെ എത്രയാ? 2 വോൾട്ട്. പാരലൽ കണക്ഷൻ ആണെങ്കിൽ വോൾട്ടേജ് എന്തായിട്ട് നിൽക്കണം? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? പാരലൽ കണക്ഷൻ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഒരു സ്പോക്കിലുണ്ടാവുന്ന എത്രയാണോ മോഷണൽ EMF, ഓക്കെ, ഒരു സ്പോക്കിൽ എത്രയാണോ മോഷണൽ EMF ഉണ്ടാവുന്നത് അതേ വാല്യൂ തന്നെയായിരിക്കും 8 സ്പോക്കിലും വരാൻ പോകുന്നത്. കത്തിയോ? ഒരു സ്പോക്കിലുണ്ടാവുന്ന മോഷണൽ EMF എത്രയാണോ അതേ വാല്യൂ തന്നെയാണ് 8 സ്പോക്കിലും വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, ഒരു സ്പോക്കിലുണ്ടാവുന്ന മോഷണൽ EMF എത്രയാ? ഒരു സ്പോക്കിൻ്റെ ലെങ്ത് L ആണ്. അപ്പോൾ ആ സമയത്ത് ഒരു സ്പോക്കിലുണ്ടാവുന്ന, അതൊരു സ്പോക്കായിട്ട് ഒരു കണ്ടക്ടറായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന EMF BL²ω/2 ആണ്. ഒരു സ്പോക്കിൽ BL²ω/2 അല്ലേ? അപ്പോൾ ബാക്കി എല്ലാ സ്പോക്കിലും എത്ര തന്നെയാണ് വരുന്നത്? BL²ω/2. ക്ലിയർ? സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ 1. സ്പോക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ, യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടക്ടിങ് സ്ക്വയർ ലൂപ്പ് ഓഫ് സൈഡ് 1 ആൻഡ് റെസിസ്റ്റൻസ് R മൂവ്സ് ഇൻ എ പ്ലെയിൻ യൂണിഫോം വെലോസിറ്റി V ആണ്. പെർപെൻഡിക്കുലർ ടു വൺ ഓഫ് ഇറ്റ്സ് സൈഡ് ആണ്. ഓക്കെ, ദ യൂണിഫോം ആൻഡ് കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ് B exists along the perpendicular to the plane of the loop as shown in figure. The current induced in the loop is. മക്കളെ, ഇത് സംഭവം വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അതിന് NCERTയുടെ ഒരു കൺസെപ്റ്റും കൂടിയാണ്. ഓക്കെ, ഇതിൻ്റെ കാരണം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ഒന്നെങ്കിൽ B മാറണം, അല്ലെങ്കിൽ A മാറണം, അല്ലെങ്കിൽ തീറ്റ മാറണം. 3 പേരിൽ ആരെങ്കിലും ഒരാളെങ്കിലും മാറണം അല്ലേ? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ,
ഇവിടെ ബിക്ക് ഒരു മാറ്റവും ഇല്ല, എല്ലായിടത്തും ഒരു ബി ആണ്, കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ, എ എന്ന് പറയുന്നത് ബേസിക്കലി ഇവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം എന്താ, ഇവിടെ എത്രയാണോ എ ഉള്ളത് ഇത് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയാലും അതേ എ തന്നെയല്ലേ ഉള്ളത്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള റീജിയനിൽ ഓക്കെ യെസ് ആൻസർ വന്നിട്ടുണ്ട് 4 യെസ് 40 ഞാൻ അങ്ങോട്ടാണ് വരുന്നത്. യെസ്. അപ്പോൾ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ഇവിടെ ഏരിയയിൽ എന്ത് വരുന്നില്ല, ചേഞ്ച് വരുന്നില്ല, ട്രാൻസ്ലേറ്റിംഗ് അല്ലേടാ. ഇത് നിങ്ങൾ എങ്ങനെ ആലോചിക്കുക, ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിലോട്ട് കയറി ചെല്ലുന്ന ഇൻസ്റ്റൻ്റ് ആണെങ്കിലേ അവിടെ കറണ്ട് ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഇൻസ്റ്റൻ്റ് ആണെങ്കിലും എന്തുണ്ടാവും, കറണ്ട് ഉണ്ടാവും. കാരണം കയറി ചെല്ലുമ്പോൾ ഏരിയയുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് കൂടും. ഓക്കെ, ഇറങ്ങിപ്പോകുമ്പോൾ ഏരിയയുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യും, കുറയും. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഏരിയയിൽ എന്ത് ചെയ്യുന്നില്ല, ഏരിയയുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഫ്ലക്സിൽ എന്ത് വരുന്നില്ല, ചേഞ്ച് വരുന്നില്ല. ഓക്കെ, അപ്പം മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നില്ല, ഏരിയ മാറുന്നില്ല, ആംഗിളും എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ഫ്ലക്സിൽ ചേഞ്ച് ഇല്ല എന്നല്ലേ പറഞ്ഞതിൻ്റെ മീനിങ്. ഫ്ലക്സിൽ ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തില്ല, EMI ഇല്ല. EMI ഇല്ലെങ്കിൽ മറ്റേ ഇൻഡ്യൂസ്ഡ് EMF ഇല്ല. ഇൻഡ്യൂസ്ഡ് EMF ഇൻഡ്യൂസ്ഡ് കറണ്ടും ഇല്ല. യുവർ ആൻസർ ഈസ് ഓപ്ഷൻ 0 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, നമ്മൾ കമൻറ്റിലൊക്കെ വന്നിട്ടുണ്ട് ആൻസേഴ്സ്. നിങ്ങൾ ആൻസറൊക്കെ കമൻറ്റ് ചെയ്തോ കേട്ടോ, നമുക്ക് ഒരുമിച്ച് അങ്ങനെ ചെയ്തിട്ട് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ നമ്മളിനി എന്തിലേക്ക് കയറുകയാണ്, AC എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പതുക്കെ എൻ്റർ ചെയ്യാണ് കേട്ടോ. ACയിലേക്ക് എൻ്റർ ചെയ്യാണ്. ഓക്കെ, AC ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പലരുടെയും പ്രോപ്പർട്ടികൾ ചെക്ക് ചെയ്യുന്നുണ്ട്. റെസിസ്റ്റർ സർക്യൂട്ടുകൾ, ഇൻഡക്ടർ സർക്യൂട്ടുകൾ, കപ്പാസിറ്റർ സർക്യൂട്ടുകൾ, RLC സർക്യൂട്ടുകൾ, ക്യൂ ഫാക്ടർ കൺസെപ്റ്റുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നൊരു ചാപ്റ്ററാണ് നമ്മൾ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക്. നമുക്ക് ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പോയി നോക്കാം. ഫസ്റ്റ് പോയിന്റ് മക്കൾ നോക്കിയേ, ദ പീക്ക് വാല്യൂ ഓഫ് AC ഓഫ് 100 Hz ഈസ് 20√2 ആംപിയർ. Time taken by the alternating current in reaching from 0 to peak value and RMS value of current will be. ഓക്കെ, മക്കളൊന്ന് എൻ്റെ കൂടെ ചെയ്തോ കേട്ടോ. നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം, ടൈം കണ്ടുപിടിക്കാം. ടൈം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ മക്കളെ നമ്മൾ ആദ്യം കറണ്ടിനെ ഇങ്ങനെ എടുക്കുന്നു. കറണ്ട് I is equal to I0 sin ωt. AC-യുടെ റെപ്രസെൻറ്റേഷൻ ആണ് കേട്ടോ, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും വിചാരിക്കുന്നു. I വേഴ്സസ് ωt അല്ലെങ്കിൽ ടൈം റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് ലൈക്ക് ദിസ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, I വേഴ്സസ് ടൈം റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് അല്ലേ. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എവിടെ മുതൽ എവിടെ വരെ ആവാനാണ് മക്കളെടാ, ദാറ്റ് ഈസ് ഇതാണ് പീക്ക് വാല്യൂ എന്ന് പറയുന്നത് കേട്ടോ. ദിസ് ഈസ് കോൾഡ് പീക്ക് വാല്യൂ. പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ I0 ആണ്, ശ്രദ്ധിച്ചോണം. 0 മുതൽ പീക്ക് വാല്യൂ വരെ വരാൻ എത്ര ടൈം എടുക്കും, ഈ ടൈം നമുക്ക് T' എടുക്കാം. എത്ര ടൈം എടുക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതിനൊരു കാര്യം ചെയ്താൽ മതി കേട്ടോ, വളരെ സിമ്പിൾ പരിപാടി. 0 മുതൽ പീക്ക് വാല്യൂ ആവുക എന്ന് പറഞ്ഞാൽ I എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ്. I എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള വാല്യൂ ആണ്. ഇൻസ്റ്റൻറ്റേനിയസ്ലി എവിടെ എത്തണം, 0യിൽ നിന്ന് പീക്കിലേക്ക് എത്തണം. പീക്കിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ I വാല്യൂ, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ I0 ആവണം. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എവിടെ ആവണം, ആ ഇൻസ്റ്റൻറ്റിൽ അതിൻ്റെ വാല്യൂ I0 ആവണം. സോ I0 ഈക്വൽ ടു മക്കളെ I0 sin ωt എന്ന് വന്നു. സോ I0 ഈക്വൽ ടു I0 sin ωt എന്ന് വന്നാൽ അതിൻ്റെ മീനിങ് sin ωt ഈസ് ഈക്വൽ ടു 1 ആണ്. ωt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, π/2 ആണ്. sin 90 sin π/2 1 ആണ്. ωt π/2 ആവുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിച്ചോളുക, ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. 2πf × T എന്ന് പറയുന്നത് π/2 ആണ്. ശ്രദ്ധിക്കണേ, പൈ കട്ട് ടൈമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ ടൈം ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കൊടുക്കാം, 1/4f എന്ന് കൊടുക്കാം. 1/4f 2 × 2 4 f അങ്ങോട്ട് പോയി. എഫിൻ്റെ വാല്യൂ എത്രയാണ് മക്കളെ, 100 ആണ്. അപ്പോൾ 100 വരുമ്പോൾ 1/400 എന്ന് വരും. 4 × 100 400 അല്ലേ. T/1/400 എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ 2.5 മില്ലി സെക്കൻഡ് എന്ന് വരും. ഓക്കെ, 2.5 മില്ലി സെക്കൻഡ് ആണ് കേട്ടോ. കറക്റ്റ് സോൾവ് ചെയ്താൽ 2.5 മില്ലി സെക്കൻഡ് ആൻസർ വരും. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഇനി എന്തുകൂടി കാണാൻ പറഞ്ഞിട്ടുണ്ടാ, RMS വാല്യൂ കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. പീക്ക് വാല്യൂ RMS വാല്യൂ അല്ലേ. RMS വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ, IRMS is equal to I0/√2 അല്ലേ. IRMS is equal to I0/√2. യെസ്, കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. 4 അല്ലേ, 4ലേക്കാണ് ചെല്ലുന്നത്. അതെ, I0/√2. എത്ര I0യുടെ വാല്യൂ എന്ന് പറയുന്നത് മക്കളെ, I0യുടെ വാല്യൂ എന്ന് പറയുന്നത് 20√2 അല്ലേ തന്നെ, 20√2 ഡിവൈഡഡ് ബൈ √2 ആണ്. √2 കട്ടാണ്. യുവർ ആൻസർ ഈസ് 20 ആംപിയർ IRMS.
പറ്റിയോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. യെസ്, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലേ? യെസ്, പെർഫെക്റ്റ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് റെസ്പോണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നന്നായിട്ട് തന്നെ ഇരുന്ന് കൂടാ കേട്ടോ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്ന സമയത്ത് നോക്കാം നമുക്ക്. യെസ്, ദ ക്വസ്റ്റ്യൻ നമ്പർ 15. നോക്കിയേ നിങ്ങൾ. The heat produced by an AC current in a resistor is 9 times the heat produced by a steady current of 4 ampere. അല്ലേ? സ്റ്റഡി കറണ്ട് ഓഫ് 4 ആംപിയർ ആണ് അല്ലേ? ഹീറ്റ് പ്രൊഡക്ഷൻ ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. യെസ്, എ സി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ 9 ടൈംസ് ആണ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്റ്റഡി കറണ്ട്. നിങ്ങൾ ഈ എ സി എന്ന് പറയുന്ന സമയത്ത് എ സിയുടെ കറസ്പോണ്ടിങ് വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്ന ആളാണ് RMS വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും എന്തിനാണ് ഈ RMS വാല്യൂ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് RMS വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എ സിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള DC വാല്യൂ ആണ് ആരെന്ന് പറയുന്നത്, RMS വാല്യൂ. അത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇവരവിടെ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് എന്താ? ഇവർ പറഞ്ഞിരിക്കുന്നത് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ AC കറണ്ട്. ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ AC കറണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? I²RT എന്ന് എഴുതാം, I²R എന്ന് എഴുതാം. രണ്ടിലും ടൈം സെയിം ആണല്ലോ. AC ആവുമ്പോൾ ഞാനത് RMS എന്ന് വിളിക്കും, IRMS² × R. AC പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ 9 ടൈംസ്, അതെന്ന് പറയുന്നത് AC പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് 9 ടൈംസ് എന്താണെന്നാണ് അവർ പറയുന്നത്, ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്റ്റഡി കറണ്ട് ഓഫ് 4 ആംപിയർ. സ്റ്റഡി കറണ്ടിന് ഞാൻ I²R എന്ന് വിളിക്കും. ഓക്കെ, സ്റ്റഡി കറണ്ട് I²R എന്ന് വിളിക്കാം. ഇത് AC പ്രൊഡ്യൂസ് ചെയ്തത്, ഇത് DC പ്രൊഡ്യൂസ് ചെയ്തത്. നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് R കട്ട് ചെയ്ത് കളയാം ഇല്ലേ? R കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടൂടാ? IRMS = 3I എന്ന് വരത്തില്ലേ? ഇല്ലേ? ഒരു സെക്കൻഡ്, IRMS² ആണ്, I² തന്നിട്ടുണ്ടല്ലോ അല്ലേ? യെസ്, 3I എന്ന് വരും. 3I എന്ന് വരുന്ന സമയത്ത് അല്ലേ, റെഡി? 9 ടൈംസ് I²R തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? I²R, IRMS² 9 ടൈംസ് I²R. അപ്പോൾ 3I എന്ന് വരും. അപ്പോൾ 3I എന്ന് വരുന്ന സമയത്ത് 3 × 4 അല്ലേ വരിക? യെസ്, 3 × 4 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസറിൽ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ടല്ലേ? I² എന്താ പ്രശ്നം വന്നത്? ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ AC കറണ്ട് ഇൻ റെസിസ്റ്റർ ഈസ് 9 ടൈംസ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ അല്ലേ? യെസ്, നമുക്ക് നോക്കാം. സോ IRMS² എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? IRMS² കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പീക്ക് വാ. യെസ്, സോറിടാ, ഞാൻ RMS വാല്യൂ നോക്കിക്കൊണ്ടിരുന്നത്. യെസ്, കറക്റ്റായിരുന്നു. ഞാനേ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് പീക്ക് വാല്യൂ ആണ്, എന്തല്ല RMS വാല്യൂ അല്ല. RMS വാല്യൂ കിട്ടിയ കറക്റ്റാണ്. IRMS = അപ്പോൾ മക്കൾ എന്ത് വരും ഇവിടെ? 9 റൂട്ട് എന്ന് പറയുമ്പോൾ എത്ര വരും? 3 വരും. I² റൂട്ട് എന്ന് പറയുമ്പോൾ I എന്ന് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയുടെ മക്കളെ? 12 അല്ലേ വരുന്നത്? 12 ആംപിയർ. IRMS ആണ് എന്തെന്ന് പറയുന്നത്? 12 ആംപിയർ. ഓക്കെ, 12 ആംപിയർ. IRMS 12 ആംപിയർ ആണെന്നുണ്ടെങ്കിൽ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് I0/√2 അല്ലേ? I0/√2 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ആണ്. I0 ഈസ് ഈക്വൽ ടു എന്നാ വരുന്നത്? 12√2 ആംപിയർ. ദാറ്റ്സ് യുവർ ആൻസർ. ഓപ്ഷൻ 4. യെസ്, ഓപ്ഷൻ 4 എല്ലാവരും വന്നിട്ടുണ്ട്. പെർഫെക്റ്റ്. 12√2 അത് തന്നെ പരിപാടി. ഓക്കെ, സിമ്പിൾ. ഞാൻ പെട്ടെന്ന് വായിച്ചപ്പോഴേ IRMS ആണെന്ന് വിചാരിച്ചു പോയി. പീക്കല്ലേ ചോദിച്ചേക്കുന്നത്? നോ പ്രോബ്ലം. സോ റെഡി. അപ്പോൾ നമ്മൾ 16ലേക്ക് വരുന്ന സമയത്ത് ഈ RLC സീരീസ് സർക്യൂട്ട് മാച്ച് ദ കോളംസ്. ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിച്ചു വെച്ചോട്ടോ. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻറ്റുകളാണ്. ഏതാ സർക്യൂട്ട് പറഞ്ഞിരിക്കുന്നത്? RLC സീരീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. RLC സീരീസ് ആവുന്ന സമയത്ത് മക്കൾക്ക് എല്ലാവർക്കും അറിയാം, റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ആൻ AC സർക്യൂട്ട്. അല്ലേടാ മക്കളെ? ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട പോയിന്റ് EMF E ആണ് അല്ലേ? EMF എന്ന് പറയുന്നത് E ആണ്. ഇവിടെ റെസിസ്റ്റൻസ് R എടുക്കാം, L എടുക്കാം, C എടുക്കാം. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ VL ആണ്. വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ VL ആണ്, VR ആണ്, VL ആണ്. വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ VC ആണ് അല്ലേ? ഓക്കെ, EMFിൻ്റെ വാല്യൂ നമുക്ക് ജസ്റ്റ് RLCയുടെ കുറച്ച് പ്രോപ്പർട്ടികൾ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, സോ EMFിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്ലൈഡ് EMF ഈസ് ഈക്വൽ ടു √VR² പ്ലസ് VL മൈനസ് VC ദ ഹോൾ സ്ക്വയർ ആണ്. എല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ലേ? ശ്രദ്ധിക്കണം. ഈ കേസിൽ വരുന്ന സമയത്ത് ഇംപീഡൻസിൻ്റെ ഇക്വേഷൻ ആണ്. ഇംപീഡൻസ് ഈസ് ഈക്വൽ ടു √ എന്നാ വരുന്നേടാ?
ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റിലോട്ട് വരുന്ന സമയത്ത് മക്കളെ നമ്മളിതിൻ്റെ ഫേസർ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ? എന്നാൽ ഫേസർ ഡയഗ്രാം ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു തരാം. ഫേസർ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് വരയ്ക്കാനുള്ള എളുപ്പ വഴിക്ക് നോക്കിയേ, കറണ്ടിന് ഞാൻ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എപ്പോഴും എന്തായിരിക്കും? കറണ്ടിൻ്റെ അലോങ് ആയിരിക്കും. ഓക്കെ, വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കറണ്ടിനേക്കാൾ ലീഡിങ് ആയിരിക്കും, വി എൽ അല്ലേ? വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് എപ്പോഴും കറണ്ടിനേക്കാൾ ലാഗിങ് ആയിരിക്കും, വി എൽ ആൻഡ് വി സി. ഓക്കെ, നമുക്ക് ശരിക്കും രണ്ട് തരത്തിൽ ഇതിനെ അസ്യൂം ചെയ്യാം. ഒന്ന് വി എൽ ഗ്രേറ്റർ ദാൻ വി സി എന്ന് അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ വി സി ഗ്രേറ്റർ ദാൻ വി എൽ എന്ന് അസ്യൂം ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും അസ്യൂം ചെയ്യാം. ഞാനിവിടെ വി എൽ ഗ്രേറ്റർ ദാൻ വി സി അസ്യൂം ചെയ്താൽ വി എൽ കൂടുതലാണ്, വി സി കുറവാണ്. ഓക്കെ, അപ്പോൾ മുകളിലോട്ട് എന്ത് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും? വി എൽ മൈനസ് വി സി ആക്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ, ഇല്ലേ? ഈ വി എൽ മൈനസ് വി സിയുടെയും വി ആറിൻ്റെയും റിസൾട്ടൻ്റ് ആണ് അപ്ലൈഡ് ഇ എം എഫ് എന്നുള്ളതാണ് കൺസെപ്റ്റ്. ഓക്കെ, അപ്ലൈഡ് ഇ എം എഫ്. അപ്പോൾ ഇവിടുത്തെ കൺസെപ്റ്റ് പ്രകാരം ഇ എം എഫ് എന്ന് പറയുന്നത് ഇ ആണ്, കറണ്ട് എന്ന് പറയുന്നത് ഐ ആണ്. ഇ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസിൽ കാണിച്ചാൽ ലീഡിങ് ആണെന്നാണ് മീനിങ്. ഇ എന്ന് പറയുന്നവൻ ഐനേക്കാൾ ലീഡ് ചെയ്യുന്നു. എത്ര ഫേസ് ആംഗിളിന് ലീഡ് ചെയ്യുന്നു? 5 ഫേസ് ആംഗിളിന് ലീഡ് ചെയ്യുന്നു. 5 എന്ന് പറഞ്ഞാൽ ഫേസ് ആംഗിളാണ്. ലീഡിങ് ലാഗിങ്ങിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് ഫേസ് ആംഗിൾ, അല്ലേ? ഇവിടെ ആരാ ലീഡ് ചെയ്യുന്നത്? ഇ ആ ലീഡ് ചെയ്യുന്നത്. ആരാ ലാഗ് ചെയ്യുന്നത്? ഐ ആ ലാഗ് ചെയ്യുന്നത്. എത്രയാ ഫേസ് ആംഗിൾ? 5. ഫേസ് ആംഗിൾ കാണുന്നത് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഫേസ് ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഫേസ് ആംഗിളിൻ്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതാം. ഫേസ് ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ tan phi യൂസ് ചെയ്താൽ മതിയടാ, tan phi. ഓക്കെ, tan phi എന്ന് പറയുന്ന സമയത്ത് ഈ സൈഡ് വി എൽ മൈനസ് വി സി, ഈ സൈഡ് വി ആർ ആണ്. tan phi ഈസ് ഈക്വൽ ടു വി എൽ മൈനസ് വി സി ബൈ വി ആർ. നമ്മളതിനെ കൺവേർട്ട് ചെയ്തെടുക്കുമ്പോൾ എന്ത് ആൻസർ വരും? എക്സ് എൽ മൈനസ് എക്സ് സി ബൈ ആറിന് വരും. ഓക്കെ, പിന്നെ വരുന്ന ഫോമാണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പവർ ഫാക്ടറും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ പവറിൻ്റെ കൺസെപ്റ്റും കൂടി എന്ത് ചെയ്തേക്കാം, ഒന്ന് പറഞ്ഞേക്കാം. പവർ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്നാ വരുന്നത്? പവറിൻ്റെ ഇക്വേഷനാണ് വരുന്നത്. ദാറ്റ് ഈസ് ഇ ആർ എം എസ് ഐ ആർ എം എസ് കോസ് ഫൈ, അല്ലേ? ഇ ആർ എം എസ് ഐ ആർ എം എസ് കോസ് ഫൈ എന്ന് പറയുന്നവനാണ് എന്തെന്ന് പറയുന്നത്? പവർ കൺസ്യൂംഡ് ബൈ എ സി എന്ന് പറയുന്നത്, അല്ലേ? പവർ കൺസ്യൂംഡ് ബൈ എ സി. പവർ കൺസ്യൂംഡ് ബൈ എ സിയിൽ ഇതിൽ കോസ് ഫൈ നമ്മൾ വിളിക്കുന്ന പേരാണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലേ? കോസ് ഫൈ ആണ് ഡിസൈഡ് ചെയ്യുന്നത് പവർക്ക് എത്രത്തോളം കൺസ്യൂം ചെയ്യണം എന്നുള്ളത്, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, കറണ്ട് മറ്റേ റെസിസ്റ്റർ മാത്രമുള്ളൊരു സർക്യൂട്ടാണെങ്കിൽ കറണ്ടും വോൾട്ടേജും ഇൻ ഫേസിലാവും. അവർ തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടാവുന്നില്ല. അപ്പോൾ റെസിസ്റ്റർ ഓൺലി സർക്യൂട്ട് ആണെങ്കിൽ 5 വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 0. അത് പഠിച്ചോണേ, 5 വാല്യൂ 0 ആണ്. 5 വാല്യൂ 0 ആകുമ്പോൾ കോസ് 5 വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഈസ് ഇ ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ആണ് പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ഇൻഡക്ടർ ഓൺലി സർക്യൂട്ട് ആണെങ്കിൽ 5യുടെ വാല്യൂ എത്രയാണ്? π/2 ആണ്. കോസ് π/2 എന്ന് പറയുന്നത് 0 അല്ലേ? ഇൻഡക്ടർ പവർ എന്ത് ചെയ്യുന്നില്ല? കൺസ്യൂം ചെയ്യുന്നില്ല. ഇൻഡക്ടർ പവർ എന്ത് ചെയ്യുന്നില്ല? കൺസ്യൂം ചെയ്യുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ കപ്പാസിറ്ററും എന്ത് ചെയ്യുന്നില്ല? ഐഡിയൽ കപ്പാസിറ്റർ, ഐഡിയൽ ഇൻഡക്ടർ പവർ എന്ത് ചെയ്യുന്നില്ല? കൺസ്യൂം ചെയ്യുന്നില്ല. റെസിസ്റ്ററാണ് പവർ കൺസ്യൂം ചെയ്യുന്നത്. പവർ ഫാക്ടർ കാണാനുള്ള കോസ് ഫൈ ആണ് പവർ ഫാക്ടർ. പവർ ഫാക്ടർ കാണാനുള്ള ഇക്വേഷനാണ് R/Z. Z എന്ന് പറഞ്ഞാൽ ഇംപീഡൻസ് ആണ്, നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു. അതെല്ലാവരുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ് പഠിച്ചു വെച്ചോ. കോസ് ഫൈ ഈക്വൽ ടു R/Z, റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇംപീഡൻസ്. ഓക്കെ, നൗ നമുക്കിതിൻ്റെ വാല്യൂസ് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് വിടാം, അല്ലേ? നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നൊരു ക്വസ്റ്റ്യനാണ്, സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നോക്കിയാൽ നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഇംപീഡൻസ് ആരാ? 4. ഇംപീഡൻസ് 4, അതായത് എ. ഇവിടെ ക്യാപിറ്റൽ എ എന്നാണ് എഴുതിയത്, അത് പ്രശ്നമാക്കണ്ട. ഇത് ക്യാപിറ്റൽ എ ആണ്, ഇത് ക്യാപിറ്റൽ ബി ആണ്, ഇത് ക്യാപിറ്റൽ സി ആണ്, ഇത് ക്യാപിറ്റൽ ഡി ആണ്. ഓക്കെ, എ ഇംപീഡൻസ് എന്ന് പറഞ്ഞാൽ 4. എൻ്റെ കൂടെ 4 വരണം. എൻ്റെ കൂടെ 4 വരുന്നത് 2 ഓപ്ഷൻ ഉണ്ട്, അവിടെ നിൽക്കട്ടെ. പവർ ഫാക്ടർ R/Z 3 വരണം. അപ്പോൾ തന്നെ ആൻസർ ഏതായി? 2 ആയില്ലേ? മക്കൾ കൊണ്ട് ചെക്ക് ചെയ്യാം. പവർ ഡിസിപ്പേറ്റഡ് വി ആർ എം എസ് ഐ ആർ എം എസ് കോസ് ഫൈ 2 കറക്റ്റ്. ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്, ദാറ്റ് ഇസ് tan ഇൻവേഴ്സ് ഓഫ് എക്സ് എൽ മൈനസ് എക്സ് സി ബൈ ആർ. ഓക്കെ, യുവർ ആൻസർ ഈസ് ഓപ്ഷൻ 2. സിമ്പിൾ അല്ലേടാ? പെട്ടെന്ന് കിട്ടിയില്ലേ? യെസ്, നിങ്ങളൊക്കെ ആദ്യമേ ഇത് ചെയ്തിരുന്നോ? യെസ്, ആരൊക്കെയോ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് വെരി നൈസ്. നിങ്ങളെൻ്റെ കൂടെ അങ്ങനെ വന്നോണം കേട്ടോ. നിങ്ങളിങ്ങനെ വരുമ്പോഴാണ് എനിക്കും
എന്ത് ചെയ്യുക, ഒരു എനർജി വേണ്ടേ? നമ്മളിതിനെ കറക്റ്റായിട്ട് ഒരുമിച്ച് അങ്ങനെ പോകേണ്ട പരിപാടിയാണ് അല്ലേ? ചാപ്റ്ററിൻ്റെ ഒരു മൊത്തം ക്ലിയറൻസ് ഇതിൽ വരണം. ഓക്കെ, ലിസൺ. അപ്പോൾ എന്താ അടുത്തതിൽ പറഞ്ഞിരിക്കുന്നത്? 100 വാട്ടാണ്, 50 വാട്ട് ബൾബാണ് യൂസ്ഡ് ടു ഓൺ AC മെയിൻസ് 200 വോൾട്ട്, 100 radian per second. What inductance should put series so that the bulb glows at a full intensity? Yes, bulb glowing condition. മക്കളെ, എൻ്റെ കയ്യിലൊരു ബൾബ് ഉണ്ടാ, ബൾബ്. ഈ ബൾബിലേക്ക് ഞാൻ എന്ത് കണക്ട് ചെയ്യുന്നുണ്ട്? ഒരു റെസിസ്റ്റർ അല്ല, അവന്മാരുടെ ക്വസ്റ്റ്യനിൽ ഇൻഡക്ടറാണ് കണക്ട് ചെയ്യുന്നത്. ഒരു ഇൻഡക്ടർ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. ശ്രദ്ധിച്ചോണേ, ഇവിടെ ഒരു AC സപ്ലൈ ഉണ്ട്. AC സപ്ലൈ എന്ന് പറയുന്നത് എത്രയാണെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്? 200 വോൾട്ട് 100 റേഡിയൻ പെർ സെക്കൻഡ് ആണ് അവർ പറഞ്ഞേക്കുന്നത്. നോക്കിക്കോണം കേട്ടോ, ലിസൺ. ശരിക്കും ഈ ബൾബ് എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും നന്നായിട്ട് നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത് റെസിസ്റ്റൻസ് ആയിട്ട് റീപ്ലേസ് ചെയ്താൽ മതിയടാ. ബൾബിനെ റെസിസ്റ്റൻസ് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇൻഡക്റ്റൻസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. L കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ബൾബിൻ്റെ സ്പെസിഫിക്കേഷനാണ് 100 വോൾട്ട് 50 വാട്ട് അല്ലേ? അപ്പോൾ ബൾബിൻ്റെ റെസിസ്റ്റൻസ് R എന്ന് പറഞ്ഞാൽ V²/P ആണ്. പവർ ഈക്വൽ ടു V²/R. V²/P എന്ന് പറയുമ്പോൾ എത്ര വരും ഇവിടെ? 100 × 100 ഡിവൈഡഡ് ബൈ പവർ എന്ന് പറഞ്ഞാൽ എത്ര വരും? പവർ എന്ന് പറയുന്ന സമയത്ത് 50 ആണ് തന്നിരിക്കുന്നത്. സോ 50 100 കട്ട് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 200 ഓം. റെസിസ്റ്റൻസ് കിട്ടിയിരിക്കുന്നത് 200 ഓം ആണ്. അതവിടെ നിൽക്കട്ടെ. റെഡി? ഇനി ബൾബ് ഫുൾ ഇൻറ്റൻസിറ്റിയിൽ ഗ്ലോ ചെയ്യാൻ എത്ര കറണ്ട് വേണം? അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പവർ ഈക്വൽ ടു VI ആണ്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P/V ആണ്. P എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളേടാ? 50 ആണ് അല്ലേ? റേറ്റഡ് വോൾട്ടേജ്, റേറ്റഡ് കറണ്ട് 50 ഡിവൈഡഡ് ബൈ 100 ആണ്. 1/2 ആംബിയർ എന്ന് വരും. അപ്പം നിങ്ങൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കണ്ടേ? ബൾബ് കറക്റ്റായിട്ട് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ ഇൻറ്റൻസിറ്റിയിൽ ഗ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന കറണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കണം എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. 1/2 ആംബിയർ കറണ്ട് ഉണ്ടാവണം. എടാ, 1/2 ആംബിയർ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്താലേ ബൾബിന് എന്ത് ചെയ്യാൻ പറ്റൂ? കറക്റ്റായിട്ട് ഫുൾ ഇൻറ്റൻസിറ്റിയിൽ ഗ്ലോ ചെയ്യാൻ പറ്റൂ. അതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ? ബൾബ് കറക്റ്റ് ഫുൾ ഇൻറ്റൻസിറ്റിയിൽ ഗ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറണ്ട് എന്തായിരിക്കണം? I ആയിരിക്കണം. ഓക്കെ, ഇവിടെ കൊടുത്തേക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 200 വോൾട്ടാണ്. സപ്ലൈ വോൾട്ടേജ് 200 വോൾട്ടാണ്. റെഡി? അപ്പോൾ ഈ സർക്യൂട്ടിൽ ഉണ്ടാവുന്ന കറണ്ട് I ആണ്. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇംപീഡൻസ് ആണ്. റെസിസ്റ്റൻസ് മാത്രമാണെങ്കിൽ E/R. റെസിസ്റ്റൻസും ഇൻഡക്ടറും വരുമ്പോൾ ഇംപീഡൻസ് വേണമല്ലോ, നോക്കണ്ടേ? വേണ്ടേ? ഓക്കെ, അപ്പോൾ കറണ്ട് I ഈസ് ഈക്വൽ ടു E/Z. E എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളേടാ? 200 വോൾട്ടാണ് വരുന്നത് അല്ലേ? 200 എന്ന് എഴുതാം. കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം കേട്ടോ. അത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇംപീഡൻസ് ഈക്വൽ ടു എന്ന് എഴുതാം. ഇംപീഡൻസ് ഈക്വൽ ടു E/I. ഇംപീഡൻസിൻ്റെ ഇക്വേഷൻ എന്താണ് മക്കളെ? √R² + XL² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു E/Z. E/Z എന്ന് പറയുന്ന സമയത്ത് E എത്രയാണ്? സപ്ലൈ വോൾട്ടേജ് എത്രയാണ്? 200 ആണ്. E/I ആണ്. I എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സോ 2 നേരെ മുകളിലോട്ട് പോയാൽ 400 ആയല്ലോ അല്ലേ? അപ്പോൾ രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യുക. R² + XL². ഒരു കാര്യം ചെയ്യാം മക്കളെ. R എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ടാ? R എന്ന് പറഞ്ഞാൽ 200 എന്നല്ലേ കിട്ടിയേക്കുന്നത് അല്ലേ? അപ്പോൾ 200ൻ്റെ സ്ക്വയർ 200² + XL² തൽക്കാലം ഇങ്ങനെ വെച്ചോ. ഇസ് ഈക്വൽ ടു 400 അല്ലേ? രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യുക. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എത്ര വരും? 200² എന്ന് പറയുമ്പോൾ 4 × 10⁴ പ്ലസ് XL² ഇസ് ഈക്വൽ ടു 400ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് 16 × 10⁴ അല്ലേ? XL² ഇസ് ഈക്വൽ ടു 16 4 12 12 × 10⁴. ഓക്കെ, XL ഇസ് ഈക്വൽ ടു √12 × 10⁻². അല്ല, -2 അല്ല, 10⁻². ഓക്കെ,
ക്ലിയർലി വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സൽ? എൽ ആണ് കണ്ടുപിടിക്കേണ്ടത് ക്വസ്റ്റ്യനിലെ. ഓക്കെ, ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എൽ ആണ്. അപ്പോൾ എൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എക്സലിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? നിങ്ങൾ ചെയ്യുന്നുണ്ടോടാ? കൂടുതൽ വരുന്നുണ്ടോ? എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ എൽ വരുന്നില്ലേ? ഒമേഗ എൽ. ഓക്കെ, ഒമേഗ എൽ ഈസ് ഈക്വൽ ടു √12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 3, അപ്പോൾ 2√3. 2√3 × 10⁻². ഒമേഗയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 100 radian/second ആണ്. അപ്പോൾ 100 × L is equal to 2√3 × 10⁻². 100 10⁻² കട്ട്, L വാല്യൂ 2√3 ഹെൻറി. ഓക്കെ, ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ 2 അല്ലേ വരുന്നത്? ഓക്കെ, ഓപ്ഷൻ 2. യെസ്, കുറേ ആൾക്കാരൊക്കെ എൻ്റെ കൂടെ തന്നെ എത്തിയിട്ടുണ്ട്. ഓപ്ഷൻ 2, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊക്കെ പോകുന്നുണ്ടല്ലോ അല്ലേ? റെഡി? ശരി. ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് പോകാം നമുക്ക്. 18ലോട്ട് പോകുന്ന സമയത്ത് എന്താണ് മക്കളെ ചോദിച്ചിരിക്കുന്നത്? എ സി സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് R തന്നിട്ടുണ്ട്, L തന്നിട്ടുണ്ട്, C തന്നിട്ടുണ്ട്. ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഈസ്. റെഡി മക്കളെ? ഫേസ് ഡിഫറൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? tan phi ഈസ് ഈക്വൽ ടു XL - XC/R അല്ലേ? ഫേസ് ഡിഫറൻസിൻ്റെ ഇക്വേഷൻ. ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം? XL വേണം. XL ഈസ് ഈക്വൽ ടു ഒമേഗ എൽ. ഒമേഗ എൽ, ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf അല്ലേ? 2πf അല്ലേ? റെഡി? സോ XL ഈക്വൽ ടു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്നാ വരുന്നത് നമുക്ക്? 2 × π × f. ഫ്രീക്വൻസി തന്നിട്ടുണ്ടേ, 50/π തന്നിരിക്കുന്നത്. 50/π തന്നിട്ടുണ്ട്. L എത്രയാണ് തന്നിരിക്കുന്നത്? 360 മില്ലി ഹെൻറി ആണ് തന്നിരിക്കുന്നത്. 360 × 10⁻³ മില്ലി ഹെൻറി. ഓക്കെ, പൈ കട്ട് 2 × 50 100. 100 × 360 × 10⁻³ മക്കളെ 2 0 1 0 3 0 10⁻³ കട്ട് 36 ഓം എന്ന് വരും XL. ഓക്കെ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് XC? XC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ 1/ωc ആണ് അല്ലേ? 1/ωc എന്ന് പറയുന്ന സമയത്ത് 1/2πfc ആണ്. സോ XC ഈക്വൽ ടു, ഞാനിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 1/2 × π × f എന്ന് പറഞ്ഞാൽ 50/π ആണ് അല്ലേ? C തന്നിട്ടുണ്ടോ? ഫാരഡ് അല്ലേ തന്നിരിക്കുന്നത്? 1/200 1/1200 അല്ലേ? നോ കട്ട് 1200 നേരെ മുകളിലോട്ട് ചാടുന്നു. XC ഈക്വൽ ടു 1200 / 2 × 50 is 100. കട്ട് 12 ഓം. ഓക്കെ, എന്തൊക്കെ കിട്ടി നമുക്കിപ്പോൾ? XC കിട്ടി, XL കിട്ടി. XL 36 ആണ്, XC 12 ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കേട്ടോ. tan phi ഈസ് ഈക്വൽ ടു XL - XC. XL എത്രയാണ് മക്കളുടെ കിട്ടിയത്? 36. ചെയ്യുന്നില്ല നിങ്ങളില്ല ഇവിടെ? ഓക്കെ, റെസ്പോൺസ് വരുന്നില്ല? ഉണ്ടോ? ഉണ്ടോ? യെസ്, 10-25 ആൾക്കാരുണ്ട്. യെസ്, ഓക്കെ. അപ്പം 36 - 36 - XC എത്രയാടാ മക്കളെ? 12 അല്ലേ? 12 / റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണ്? 7. അപ്പോൾ എത്ര വരും നമുക്ക്? 36 - 12 എന്ന് പറയുമ്പോൾ 24 / 7. യുവർ ആൻസർ ഈസ് tan ഇൻവേഴ്സ് ഓഫ് 24/7, ഓപ്ഷൻ 3 അല്ലേ? കിട്ടിയോ? റെഡി അല്ലേ? ഓക്കെ, നൗ അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 19ലേക്കാണ്. യെസ്, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സർക്യൂട്ട് അറ്റ് റെസൊണൻസ്. റെസൊണൻസിലുള്ള സർക്യൂട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അല്ലേ? റെസൊണൻസ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് പറയണം വേണ്ടേ? എന്താ റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? മക്കളെ, ഒരു സർക്യൂട്ട് റെസൊണൻസിലാവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ കണ്ടീഷനാണ് XL ഈക്വൽ ടു എന്താവണം? XC ആവണം. പോയിന്റുകൾ നോക്കി വെച്ചോണേ. XL ഈക്വൽ ടു എന്താവണം? XC ആവണം. റെഡി? XL ഈക്വൽ ടു XC ആവണം. അതുപോലെ തന്നെ VL ഈക്വൽ ടു എന്താവണം? VC ആവണം. ഞാൻ പറയുന്ന പോയിന്റുകളൊക്കെ നോക്കി വെച്ചോ. VL ഈക്വൽ ടു VC ആവണം. VL ഈക്വൽ ടു VC ആവുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ്, XL ഈക്വൽ ടു XC ആയിക്കഴിഞ്ഞാൽ മക്കളെ ഇംപീഡൻസ് എന്ന് പറഞ്ഞാൽ R ആവും. ഇംപീഡൻസ് എന്ന് പറഞ്ഞാൽ R ആവും. പ്യുവർലി റെസിസ്റ്റീവ് ആവും സർക്യൂട്ട്. റെസൊണൻസ് കണ്ടീഷനിൽ സർക്യൂട്ട് പ്യുവർലി റെസിസ്റ്റീവ് ആയിട്ട് മാറും.
സർക്യൂട്ട് പ്യുവർലി റെസിസ്റ്റീവ്, ദിസ് ഈസ് പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട്, പ്യുവർലി റെസിസ്റ്റീവ് ആവും. ഓക്കെ, സർക്യൂട്ട് പ്യുവർലി റെസിസ്റ്റീവ് ആവുന്നു എന്ന് പറഞ്ഞാൽ ഇയും ഐയും ഇൻഫേസിലാവും. കറണ്ടും വോൾട്ടേജും എന്തിലായിരിക്കണം? ഇൻഫേസിലായിരിക്കണം. നോ ലീഡിങ് നോ ലാഗിങ്, ഓർമ്മയിൽ വയ്ക്കുക, നോ ലീഡിങ് നോ ലാഗിങ്. സോ വി എൽ ഈക്വൽ ടു വി സി ആവുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിച്ചോണം, അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ആർ ആവും. അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ആർ ആവും. ഓക്കെ, കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? മാക്സിമം വാല്യൂ ആയിട്ട് മാറും. കറണ്ട് ബിക്കം മാക്സിമം. റെസൊണൻസ് കണ്ടീഷനിലുള്ള പ്രോപ്പർട്ടികളാണ് പറയുന്നത്. ഓക്കെ, ഈ റെസൊണൻസ് നടക്കുന്ന ആ സമയത്ത് അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? റെസൊണൻസ് നടക്കുന്ന സമയത്ത് എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആവും, സെഡ് ഈക്വൽ ടു ആർ ആവും, സർക്യൂട്ട് പ്യുവർലി റെസിസ്റ്റീവ് ആവും, വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആവും. അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, നോക്കി വെച്ചോ. വോൾട്ടേജും കറണ്ടും എന്താവും? ഇൻ ഫേസ് ആവും. ഓക്കെ, നൗ ഇവിടെ വരുന്ന സമയത്ത് ഇനി നമ്മൾ പറയേണ്ടത് എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എന്ത് പറയാം നമുക്ക്? ഒമേഗ എൽ ഈക്വൽ ടു 1 ഒമേഗ സി ആവുമല്ലോ. റെഡി? അപ്പോൾ ഒമേഗ ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞാൽ ഒമേഗ സ്ക്വയർ ആയി, ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 1 എൽ സി ആയി, ഒമേഗ ഈക്വൽ ടു 1/√LC എന്ന് പറയുമ്പോൾ ഈ ഫ്രീക്വൻസിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസൊണൻറ്റ് ഫ്രീക്വൻസി. ഓക്കെ, റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഏതാ റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? 1/√LC ആണ്. ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് റെസൊണൻസ് ഒക്കേഴ്സ് ഈസ് കോൾഡ് റെസൊണൻറ്റ് ഫ്രീക്വൻസി, അല്ലേ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോണം. വി എൽ ഈക്വൽ ടു വി സി ആവും. വി എൽ ഈക്വൽ ടു വി സി ആവുന്ന സമയത്ത് വി എല്ലും വി സിയും ഓപ്പോസിറ്റ് ഫേസിലാണെന്ന് ഓർമ്മയിലുണ്ടാവണം. ഞാൻ നേരത്തെ ഫേസർ ഡയഗ്രാം വരച്ച സമയത്ത് വി എൽ മുകളിലോട്ടും വി സി താഴത്തോട്ടല്ലേ കാണിച്ചേ? അല്ലേ? വി എല്ലും വി സിയും ഓപ്പോസിറ്റ് ഫേസിലായതുകൊണ്ട് വി എൽ മൈനസ് വി സി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ എന്തൊക്കെ പോയിന്റുകളാണ് നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ടത്? റെസൊണൻസ് ആണ്, ഇതിങ്ങനെ പഠിച്ചു വെച്ചോ. റെസൊണൻസ് ആണ്, എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആണ്, വി എൽ ഈക്വൽ ടു വി സി ആണ്, ഇ ഈസ് ഈക്വൽ ടു വി ആർ ആണ്, അല്ലേ? ഇ ഈസ് ഈക്വൽ ടു വി ആർ ആണ്. അപ്ലൈഡ് വോൾട്ടേജ് 230 ആണെങ്കിൽ നോട്ട് ദാറ്റ് പോയിന്റ്. അപ്ലൈഡ് വോൾട്ടേജ് 230 ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് അക്രോസ് എ റെസിസ്റ്ററും എത്ര തന്നെ ആയിരിക്കും? 230 ആയിരിക്കും അറ്റ് റെസൊണൻസ് കണ്ടീഷൻ. വി എല്ലും വി സിയും എന്താവുന്നില്ല? 0 ആവുന്നില്ല. വി എൽ ഇൻഡിപെൻഡൻ്റ്ലി വി എല്ലിന് വാല്യൂ ഉണ്ടാവും, സെപ്പറേറ്റ്ലി വി സിക്ക് വാല്യൂ ഉണ്ടാവും. പക്ഷേ രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷേ അവർ ഓപ്പോസിറ്റ് ഫേസിലാണെന്നുണ്ടെങ്കിൽ, ഫേസിലായതുകൊണ്ട്, ആണെങ്കിലല്ല ആയതുകൊണ്ട് എഫക്റ്റീവ്ലി അവരെന്ത് ചെയ്തു പോവും? ക്യാൻസൽ ചെയ്തു പോവും. ക്ലിയർ? ഇത്രയും കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? റീഡ് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ കൺസിഡറിങ് ദ ഫോളോയിങ് എ സി സർക്യൂട്ട് അറ്റ് റെസൊണൻസ്, റെസൊണൻസിലിരിക്കുന്ന സർക്യൂട്ടാണ്, അല്ലേ? അപ്പോൾ എന്തൊക്കെയാവന്മാരുടെ ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾ? V2 ഈക്വൽ ടു V3. നമുക്ക് ഓപ്ഷൻസ് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാം. റെസൊണൻസിൽ V2 ഈക്വൽ ടു V3 ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? V2 ഈക്വൽ ടു V3 ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് എന്ന് പറയുമോ നോ എന്ന് പറയുമോ? കമൻറ്റ് ചെയ്തോ. യെസ് എന്ന് പറയുമോ നോ എന്ന് പറയുമോ? വി എൽ ഈക്വൽ ടു വി സി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ലേ? റെസൊണൻസിലേടാ കണ്ടീഷൻ എന്ന് പറയുന്നത്, അല്ലേ? റെസൊണൻസ് കണ്ടീഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വി എൽ ഈക്വൽ ടു വി സി ആണ്. അതുകൊണ്ട് തന്നെ V3 എത്രയാണോ വോൾട്ടേജ് കാണിക്കുന്നത് അത് തന്നെ V2 കാണിക്കും. ഇത് കപ്പാസിറ്റർ, ഇത് ഇൻഡക്ടറുമാണ്, അല്ലേ? അപ്പോൾ V2 ഈസ് ഈക്വൽ ടു V3 ആണ്. V2 ഈസ് ഈക്വൽ ടു V3 എന്ന് പറയുന്ന സമയത്ത് മക്കളെ അതൊരു കറക്റ്റ് ആൻസർ ആണ്, ഓപ്ഷൻ 1. ഓക്കെ, V4 ആണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. V4 0 ആണ്. ഈ V4 കണക്ട് ചെയ്തിരിക്കുന്നത് ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എൽ ആണ്, അല്ലേ? ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എൽ. ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എൽ എഫക്റ്റീവ് വാല്യൂ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. അപ്പോൾ എന്താ ആൻസർ വരുന്നത്? V4 ഈക്വൽ ടു 0 ആണ്, ഒരു സംശയവും വേണ്ട. V1 ഈക്വൽ ടു V5 ആവും. നോക്കാം. V1 എന്ന് പറഞ്ഞാൽ ആരുടെ അക്രോസ് ഉള്ളതാണ്? ആറിൻ്റെ അക്രോസ് ഉള്ളതാണ്. ദാറ്റ് ഈസ് കോൾഡ് VR, അല്ലേ? V5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈഡ് EMF ആണ്. ഇതല്ലേടാ അപ്ലൈഡ് EMF E. അപ്പോൾ E ഇസ് ഈക്വൽ ടു VR ആവുമോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ E ഇസ് ഈക്വൽ ടു VR ആവുന്ന ഉറപ്പല്ലേ? V1 ഈക്വൽ ടു V5, അതും കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ എന്താ വരുന്നത്? ഫോളോയിങ് സർക്യൂട്ട് റെസൊണൻസ് ആണ്. ഓപ്ഷൻ 4. 1 കറക്റ്റാണ്, 2 കറക്റ്റാണ്, 3 കറക്റ്റാണ്. ഓൾ ആർ കറക്റ്റ്. കത്തിയോ? ക്ലിയർ? നൗ ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് റെസൊണൻസ് കണ്ടീഷൻ. നോക്കിയാൽ മക്കളെ, ഇനി quality factor of LCR circuit having resistance R, inductance L, capacitance C at resonance, angular frequency omega 0 is given by
ക്വാളിറ്റി ഫാക്ടർ മക്കളെ ശ്രദ്ധിക്കണം. ക്വാളിറ്റി ഫാക്ടറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴേ നമ്മളൊരു റെസൊണൻസ് കർവാണ് ആദ്യം പ്ലോട്ട് ചെയ്യുന്നത്. ഏതാ റെസൊണൻസ് കർവ്? ഐ വേഴ്സസ് ഒമേഗ കർവ്. കർവൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോക്കിക്കോണം. ഐ വേഴ്സസ് ഒമേഗ കർവ്. ഐ വേഴ്സസ് ഒമേഗ കർവ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ കർവിൻ്റെ ഷേപ്പ് നമുക്കിതാ ഇങ്ങനെയാണ് കിട്ടുന്നത്, ലൈക്ക് ദിസ്. ഓക്കെ, കറണ്ട് എന്ന് പറയുന്നത് മാക്സിമം ആണ് അറ്റ് റെസൊണൻറ്റ് ഫ്രീക്വൻസി. ഒമേഗ ആറിനെയാണ് നമ്മൾ റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് I0, റെസൊണൻറ്റ് ഫ്രീക്വൻസി. ഈ റെസൊണൻറ്റ് ഫ്രീക്വൻസിയിലാണ് കറണ്ട് മാക്സിമത്തിലാവുന്നത്. ഈ ഫ്രീക്വൻസിയുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് ഞാൻ രണ്ട് ഫ്രീക്വൻസികൾ കൺസിഡർ ചെയ്യുന്നു, ω1 ആൻഡ് ω2. ഓക്കെ, ω1 ആൻഡ് ω2 എന്ന് പറയുന്ന രണ്ട് ഫ്രീക്വൻസിയുടെയും പ്രത്യേകത, ആ രണ്ട് ഫ്രീക്വൻസിയിലെയും കറണ്ട് എന്താണ്? സെയിം ആണ്. ദിസ് ഈസ് കറണ്ട് ആക്സിസ്. കറണ്ട് എന്താണ്? സെയിം ആണ് അല്ലേ? എത്രയാണ് കറണ്ടിൻ്റെ വാല്യൂ വരുന്നത്? I0/√2 എന്ന് പറയുന്ന വാല്യൂ വരണം. കറണ്ട് വാല്യൂ ഇസ് I0/√2. √2 ടൈംസ് 1/√2 ടൈംസ് കറണ്ട് വാല്യൂ അറ്റ് റെസൊണൻസ്. ദിസ് ഈസ് കോൾഡ് റെസൊണൻസ്. ഓക്കെ, അപ്പോൾ ω1 ω2 എന്ന് പറയുന്ന രണ്ട് ആംഗുലാർ ഫ്രീക്വൻസികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദ ഫ്രീക്വൻസീസ് അറ്റ് വിച്ച് ദ കറണ്ട് വാല്യൂ ബിക്കംസ് 1/√2 ടൈംസ് കറണ്ട് വാല്യൂ അറ്റ് റെസൊണൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ω1ഉം ω2ഉം തമ്മിലുള്ള വിഡ്ത്തിനെയാണ് നമ്മൾ 2Δω എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്നാണ് വിളിക്കുന്നത്, ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, ക്യൂ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്താണ് മക്കളെ? ക്യൂ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ω/R / 2Δω. പഠിച്ചു വെച്ചോട്ടോ, വളരെ ഇമ്പോർട്ടൻറ്റ്, അറിയുന്നുണ്ടാവും. റെസൊണൻറ്റ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്തിനെയാണ് നമ്മൾ ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ക്യൂ ഫാക്ടർ. ക്യൂ ഫാക്ടറിൻ്റെ ഇക്വേഷൻസ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യൂ ഫാക്ടറിൻ്റെ ആദ്യത്തെ ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. എല്ലാ ഇക്വേഷനും ഞാനിവിടെ എഴുതാം, എന്നിട്ട് ഇതൊക്കെ വരുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, ക്യൂ ഫാക്ടറിൻ്റെ അടുത്ത ഇക്വേഷനാണ് നമുക്ക് പറയാനുള്ളത്. ക്യൂ ഫാക്ടർ ഈസ് ഈക്വൽ ടു ആദ്യത്തെ ഇക്വേഷൻ XL/R. XL/R, XL അറ്റ് റെസൊണൻസ്. ഒക്കെ റെസൊണൻസ് ആണ്. ക്യൂ ഫാക്ടർ പറയുന്നത് റെസൊണൻസ് കണ്ടീഷനിലുള്ള XL at R, XL/R. XL/R എന്ന് പറയുന്ന സമയത്ത് ക്യൂ ഫാക്ടർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? ആംഗുലാർ ഫ്രീക്വൻസി ω0 ആണ്, റെസൊണൻ്റ് ആംഗുലാർ ഫ്രീക്വൻസിയാണ് ω0. സോ XLനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു, ω/L/R എന്ന് വിളിക്കാം. ബിക്കോസ് XL ഈക്വൽ ടു ω/L ആണ്. XL അറ്റ് റെസൊണൻസ് ആണെന്ന് മനസ്സിലാക്കി വെക്കണം. റെസൊണൻസിൻ്റെ പ്രത്യേകത XL ഈക്വൽ ടു XC ആണ്. അപ്പോൾ XC/R എന്ന് എഴുതാം. ക്യൂ ഫാക്ടർ ഈസ് ഈക്വൽ ടു XC/R. സോ ക്യൂ ഫാക്ടർ ഈസ് ഈക്വൽ ടു XC എന്ന് പറഞ്ഞാൽ 1/ω/RC ആണ്. 1/ω/RCR. 1/ω/RCR. ഓക്കെ, ക്ലിയർലി യു ക്യാൻ സേ ദാറ്റ്. അടുത്ത പോയിന്റിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറയുന്ന സമയത്ത് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ഇങ്ങനെ കിട്ടും. 1/ω/R എന്ന് പറഞ്ഞാൽ മക്കളെ √LC ആണ്. 1/ω/R ആണ് √LC. ഓക്കെ, 1/ω/R √LC ആണെന്നുണ്ടെങ്കിൽ √LC ഡിവൈഡഡ് ബൈ CR എന്ന് വരും. ഓക്കെ, സോ ക്യൂ ഫാക്ടർ ഈസ് ഈക്വൽ ടു √L/C ഇൻറ്റു 1/R എന്ന് വരും. L/C ഇൻറ്റു 1/R എന്ന് വരും. ഓക്കെ, ഇതൊക്കെ പഠിക്കേണ്ട ഇക്വേഷൻസ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആണ്, നോക്കി വെച്ചോ. ഇനി XLന് പകരം നമുക്ക് മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ Q ഈസ് ഈക്വൽ ടു VL/VR എന്ന് എഴുതാം. ഇതും ക്യൂ ഫാക്ടറിൻ്റെ ഇക്വേഷനാണ്, VL/VR. ക്യൂ ഫാക്ടറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ VL ഈക്വൽ ടു VC ആണ് അറ്റ് റെസൊണൻസ്, VC/VR എന്ന് എഴുതാം. ദിസ് ഈസ് ഓൾസോ കോൾഡ് ക്യൂ ഫാക്ടർ. ഇതൊക്കെ ക്യൂ ഫാക്ടറിൻ്റെ ഇക്വേഷൻസാണ്. ഇനി നോക്കിയിട്ട് പറഞ്ഞോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ലേ? ഓപ്ഷൻ നമ്പർ 1 കറക്റ്റാണോ? കറക്റ്റ് അല്ലേ? കറക്റ്റാണ് അല്ലേ? നമ്മൾ ശ്രദ്ധിക്കട്ടോ ഇവിടെ. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 2 എന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ? 1/ω/CR ആണ്, കറക്റ്റാണ്. ഓപ്ഷൻ നമ്പർ 3 കറക്റ്റ് അല്ലേ? അപ്പോൾ ആൻസർ എന്താ വരുന്നത്? 1 കറക്റ്റ്, 2 കറക്റ്റ്, 3 കറക്റ്റ്, ഓൾ ആർ കറക്റ്റ്. ഓക്കെ, ഓൾ ആർ കറക്റ്റ്. റെഡി? ഓപ്ഷൻ 4 ആണ് ആൻസർ വരുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 21 നോക്കിക്കോട്ടോ. കൺസിഡർ ദ ഫോളോയിങ് AC സർക്യൂട്ട് അറ്റ് റെസൊണൻസ്. റെസൊണൻസിലുള്ള സർക്യൂട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ? യെസ് മക്കളെ, റെസൊണൻസിലുള്ള സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? ഒമേഗയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് റെസൊണൻറ്റ് ഫ്രീക്വൻസിയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്.
അല്ലേ? റെസൊണൻറ്റ് ഫ്രീക്വൻസി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ റെസൊണൻറ്റ് ഫ്രീക്വൻസിയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താ? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് റെസൊണൻറ്റ് ഫ്രീക്വൻസി ഒമേഗ ആർ ഈക്വൽ ടു 1/√LC അല്ലേ? 1/√LC ആണ്. ഇവിടെ വരുന്ന സമയത്ത് നമുക്കിതൊന്ന് സോൾവ് ചെയ്തെടുക്കണം. വേണ്ടേ? എങ്ങനെയാണ് സോൾവ് ചെയ്തെടുക്കുന്നത്? 3L-ഉം 6L-ഉം എന്തിലാണ്? പാരലലാണ് അല്ലേ? 3L-ഉം 6L-ഉം പാരലാണെന്നുണ്ടെങ്കിൽ 1/L is equal to 1/L1 plus 1/L2. പാരലൽ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവന്മാരെ പാരലൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് എത്രയായിരിക്കും? ഇവിടെ 2L ആയിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. L1 L2 ഡിവൈഡഡ് ബൈ L1 പ്ലസ് L2. നമ്മൾ നേരത്തെ 6 വെച്ച് ചെയ്തായിരുന്നു. അവിടെ 2R എന്നാണ് കിട്ടിയത്, ഇവിടെ 2L എന്നാണ് കിട്ടുന്നത്. 2L. ഓക്കെ. ഇവിടെ വരുന്ന സമയത്ത് സിയും 2Cയും എന്തിലാണ്? പാരലലാണ് അല്ലേടാ മക്കളെ? കപ്പാസിറ്റേഴ്സ് പാരലാണെന്നുണ്ടെങ്കിൽ എന്താ വരുന്നത്? C1 പ്ലസ് C2 എന്നല്ലേ വരുന്നത്? C1 പ്ലസ് C2 എന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെന്ന് കിട്ടും? ദാറ്റ് ഈസ് C പ്ലസ് 2C. യുവർ ആൻസർ ഈസ് 3C അല്ലേ? എഫക്റ്റീവ് വാല്യൂ 3C എന്ന് വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒമേഗ ആർ റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ ആർ എന്ന് വിളിക്കാം. ഒമേഗ ആർ ഈസ് ഈക്വൽ ടു 1/√LC. L എത്രയാടാ മക്കളെ? 2L. എത്രയാടാ? 3C. മറ്റേ C എന്ന് പറയുന്നത് 3C ആണ്. അപ്പോൾ യുവർ ആൻസർ ഈസ് 1/√3 × 2 6 √6LC. അങ്ങനെ ഒരു ആൻസർ എവിടെയാണ് കിടക്കുന്നത് നോക്കിയിട്ട് പറഞ്ഞു. യെസ്, ഓപ്ഷൻ 4. സിമ്പിൾ ക്വസ്റ്റ്യൻ, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഓക്കെ, ഗുഡ്. യെസ്, ഇതൊരു വെരി ഗുഡ് ക്വസ്റ്റ്യൻ. യെസ്, ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കുറേ കാര്യങ്ങൾ പറയാനുള്ളൊരു കൺസെപ്റ്റാണ്. നോക്കോ, തിയറിയാണ്, പക്ഷേ ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കണം. ഓക്കെ. In an LCR circuit, current always lags behind voltage. Current and voltage are always in phase. Current lags behind voltage if omega greater than 1/√LC. Current lags behind the voltage if omega less than 1/√LC. Yes. ചെക്ക് ചെയ്യണം. വേണ്ടേ? നോക്കാം നമുക്ക്. സിമ്പിൾ പരിപാടിയാണ്. നോക്കിയിരുന്നോ മക്കളെ? നമ്മളെ റെസൊണന്റ് കർവിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യാം? മനസ്സിലാക്കിയെടുക്കാം. ശ്രദ്ധിച്ചോണേ, ഞാൻ റെസൊണന്റ് കർവ് വെച്ചിട്ടാണ് ഇതിൻ്റെ കൺസെപ്റ്റ് പറയുന്നത്. നോക്കിക്കോളാം. റെസൊണന്റ് കർവ് എന്ന് പറയുന്ന സമയത്ത് I വേഴ്സസ് ഒമേഗ കർവാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? I വേഴ്സസ് ഒമേഗ കർവിൽ ഞാൻ കർവ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് കർവിന് വരുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണല്ലോ അതിൻ്റെ ഷേപ്പ് വരുന്നത്. പോട്ടെ, കർവിന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാ ഈ പോയിന്റിലാണ് ആരിയിരിക്കുന്നത്? ഒമേഗ ആർ ഇരിക്കുന്നത്. ഒമേഗ ആർ റെസൊണന്റ് ഫ്രീക്വൻസി ഇരിക്കുന്നത്. ഓക്കെ, റെസൊണന്റ് ഫ്രീക്വൻസി ഇരിപ്പുണ്ട് മക്കളെ. ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അറ്റ് റെസൊണന്റ് ഫ്രീക്വൻസി XL ഈക്വൽ ടു എന്തായിരിക്കും? XC ആയിരിക്കും. ഞാൻ പറയുന്ന ഓരോ പോയിന്റും കറക്റ്റ് ശ്രദ്ധിച്ചോണം. റെസൊണൻസിൽ XL ഈക്വൽ ടു XC ആണ്. അതിൻ്റെ മീനിങ് എന്താ? വോൾട്ടേജും കറണ്ടും ഇൻ ഫേസിലാണ്. ഓക്കെ, പക്ഷേ ഇവർ LCR എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ സമയത്തും വോൾട്ടേജും കറണ്ടും എന്തിലാവണമെന്നില്ല? ഇൻ ഫേസിലാവണമെന്നില്ല. റെസൊണൻസിൽ ഇൻ ഫേസ് ആണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്. പിന്നെ കറണ്ട് ഓൾവേസ് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ്. അത് നമുക്ക് പറയാനായിട്ടില്ല, നമുക്ക് നോക്കണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, അറ്റ് ഒമേഗ ആർ കറണ്ടും വോൾട്ടേജും ഇൻ ഫേസിലാണ്. റെഡി? ഇനി നമുക്ക് എല്ലാവർക്കും അറിയാലോടാ മക്കളെ, XL എന്ന് പറഞ്ഞാൽ ഒമേഗ L-ഉം XC എന്ന് പറഞ്ഞാൽ 1/ωc-യുമാണ്. റെഡി? ഞാൻ പറയുന്നത് കറക്റ്റ് ശ്രദ്ധിച്ചോണം. XL ഒമേഗ L-ഉം XC 1/ωc-യുമാണ്. നമ്മൾ ഒമേഗ ആറിൽ നിന്ന് ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഒമേഗ കുറയുന്നു എന്നുള്ളതല്ലേ മീനിങ്? ഒമേഗ ആറിൽ XL ഈക്വൽ ടു XC ആണ്. ഒമേഗ ആറിൽ നിന്ന് ബാക്കിലോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ഒമേഗ കുറയുന്നു എന്നാണ് മീനിങ്. ഓക്കെ, ഒമേഗ കുറയുന്ന സമയത്ത് ആര് കൂടും? XC കൂടും, XL കുറയും. ഒമേഗ ലെഫ്റ്റിലോട്ട് വന്നാൽ ഒമേഗ കുറയുന്നു. ഒമേഗ കുറയുന്നതിനനുസരിച്ച് XL കുറയുന്നു, XC കൂടുന്നു. ഓക്കെ, അപ്പം ലെഫ്റ്റ് ഓഫ് ഒമേഗ ആർ ആര് കൂടുതലാണ്? XC ഗ്രേറ്റർ ദാൻ XL ആണ്. ശ്രദ്ധിച്ചോണേ, ലെഫ്റ്റ് ഓഫ് ഒമേഗ ആർ XC ഗ്രേറ്റർ ദാൻ XL ആണ്. XC ഗ്രേറ്റർ ദാൻ XL എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് കപ്പാസിറ്റീവ് ആണ് എന്നാണ് മീനിങ്. ഓക്കെ,
സർക്യൂട്ട് കപ്പാസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? കറണ്ട് ലീഡിങ്ങും വോൾട്ടേജ് ലാഗിങ്ങുമാണ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ പറയുന്നത്? അറ്റ് ഒമേഗ ആർ കറണ്ടും വോൾട്ടേജും എന്തിലായിരിക്കണം? ഇൻ ഫേസിലായിരിക്കണം. ഓക്കെ, ബിലോ ഒമേഗ ആർ എക്സ് സി ഗ്രേറ്റർ ദാൻ എക്സ് എൽ ആണ്. ഐ ലീഡിയും ഇ ലാഗിയും ഐ ലീഡ്സ് ഇ ലാഗ്സ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് ചെക്ക് ചെയ്യാം പോയിട്ട്. ഓക്കെ, ഇനി എബോ ഒമേഗ ആർ എന്ന് പറഞ്ഞാൽ ഒമേഗ കൂടി വരുന്നു. ഒമേഗ ആർ കഴിഞ്ഞിട്ട് ഒമേഗ ഇൻക്രീസ് ചെയ്യുന്നു. ഒമേഗ കൂടുന്നതിനനുസരിച്ച് എക്സ് എൽ കൂടും, എക്സി കുറയും. അപ്പം എബോ ഒമേഗ ആർ ആര് കൂടുതലാണ്? എക്സ് എൽ കൂടുതലാണ്, എക്സി കുറവാണ്. സർക്യൂട്ട് ഇൻഡക്റ്റീവായിട്ട് മാറും അല്ലേ? ഇൻഡക്റ്റീവായിട്ട് മാറുന്ന സമയത്ത് ആരാ കൂടുതൽ വരുന്നത്? ഇൻഡക്റ്റീവായിട്ട് മാറുന്ന സമയത്ത് ഇൻഡക്റ്റൻസ് ഇൻഡക്റ്റീവായിട്ട് മാറുന്നു എന്നുള്ളത് മീനിങ്ങിൽ വോൾട്ടേജ് ലീഡ് ചെയ്യും, കറണ്ട് ലാഗ് ചെയ്യും. സോ ദാറ്റ് ഈസ് എബോ ഒമേഗ ആർ ഇ ലീഡ് ചെയ്യും, ഐ ലാഗ് ചെയ്യും. ഇതാണ് കൺസെപ്റ്റ്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓപ്ഷൻ നമ്പർ 1, കറണ്ട് ഓൾവേസ് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ്. ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഓൾവേസ് ഇൻ ഫേസ് ആവുന്നുണ്ട്, ഓൾവേസ് അല്ല, റെഫറൻസിൽ മാത്രം. കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് ഇഫ് ഒമേഗ ഗ്രേറ്റർ ദാൻ 1/√LC. മക്കളെ, ഈ 1/√LC എന്ന് പറഞ്ഞാൽ ഒമേഗ ആറിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അല്ലേ? ഒമേഗ ഗ്രേറ്റർ ദാൻ ഒമേഗ ആർ ആയാൽ എവിടെ? എബോ ഒമേഗ ആർ ഇ ലീഡ് ചെയ്യും, ഐ ലാഗ് ചെയ്യും. അങ്ങനെ തന്നെയല്ലേ അവർ പറഞ്ഞിരിക്കുന്നത്? കറണ്ട് ലാഗ് ചെയ്യും, വോൾട്ടേജ് എന്ത് ചെയ്യും? ലീഡ് ചെയ്യും. കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ എബോ ഒമേഗ ആറിലാണ് എന്ത് ചെയ്യുന്നത്? കറണ്ട് ലാഗ് ചെയ്യുന്നത്, വോൾട്ടേജ് ലീഡ് ചെയ്യുന്നത്. ബിലോ ഒമേഗ ആർ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? കറണ്ട് ലീഡ് ചെയ്യണം. ഇതവിടെ എഴുതിയിട്ടുണ്ട്. ബിലോ ഒമേഗ ആർ ആകുമ്പോൾ കറണ്ട് ലീഡ് ചെയ്യണം, വോൾട്ടേജ് എന്ത് ചെയ്യണം? ലാഗ് ചെയ്യണം. സോ യുവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 3. ക്ലിയർ? സിമ്പിൾ. ക്വസ്റ്റ്യൻ നമ്പർ അടുത്തതിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 23 നോക്കിയേ നിങ്ങൾ മക്കളെ. ഇൻ ദ ഫോളോയിങ് ഫിഗർ ദ ഇംപീഡൻസ് ഓഫ് ദ സർക്യൂട്ട് വിൽ ബി എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഈ സർക്യൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? സീരീസ് ആയിട്ടുള്ള സർക്യൂട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ പറയാൻ പോകുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് പാരലൽ ആയിട്ടുള്ള സർക്യൂട്ടാണ്. എല്ലും സിയും എന്തായിട്ടായിരിക്കുന്നത്? പാരലൽ ആയിട്ടായിരിക്കുന്നത് അല്ലേ? എല്ലും സിയും പാരലൽ ആയിട്ടായിരിക്കുന്നത്. ശ്രദ്ധിച്ചോണം. പാരലൽ സർക്യൂട്ട് ആകുമ്പോൾ നമുക്കിത് ചെയ്യാൻ, ഇത് ഇമ്പിഡൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഭയങ്കര സംഭവമൊന്നുമില്ല, സിമ്പിളാണ്. പാരലിൻ്റെ പ്രത്യേകത എന്താ? ഈ 60 വോൾട്ട് നിങ്ങൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രോസും 60 വോൾട്ട് ആയിരിക്കും, ഇതിൻ്റെ ക്രോസും എന്തായിരിക്കും? 60 വോൾട്ട് ആയിരിക്കും. കറണ്ടിൽ എന്ത് വരും? ഡിഫറൻസ് വരും. നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഏറ്റവും നല്ല പരിപാടി എന്താണെന്നറിയോ? ഫേസർ ഡയഗ്രാം വരച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ഫേസർ ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പായിട്ട് മക്കളെ നമുക്ക് ആ കറണ്ട് ഒന്ന് കണ്ടുപിടിച്ചേക്കാം കേട്ടോ. കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ IL എന്ന് പറഞ്ഞാൽ എത്ര വരും? 60 വോൾട്ട് ആണല്ലോ ഇതിൻ്റെ അക്രോസ്. അപ്പോൾ ഇതിൻ്റെ അക്രോസ് 60 വോൾട്ട്, ഇതിൻ്റെ അക്രോസ് 60 വോൾട്ട് ആണ് അല്ലേ? കറണ്ട് ഈസ് ഈക്വൽ ടു 60 വോൾട്ടേജ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. വാട്ട് ഈസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്? 60/15, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആംപിയർ. കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ IC ഈസ് ഈക്വൽ ടു, ഇത് 60 ആണ്, 60 ഡിവൈഡഡ് ബൈ എത്രയാണ് വരുന്നത്? 12 ആണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ആംപിയർ ആണ് വരുന്നത്? 5 ആംപിയർ ആണ് വരുന്നത്. IC ഈസ് ഈക്വൽ ടു 60/12, 5 ആംപിയർ. ഓക്കെ, നൗ നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ? നമ്മളിതിൻ്റെ ഫേസർ ഡയഗ്രമാണ് വരയ്ക്കാൻ പോകുന്നത്. ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ ആദ്യം റെഫറൻസ് ആക്സിസ് ആയിട്ട് പോസിറ്റീവ് ആക്സിസ് എടുക്കുന്നു. ഇവിടെയാണ് ഞാൻ വോൾട്ടേജ് മാർക്ക് ചെയ്യുന്നത്. ഈസ് എ വോൾട്ടേജ്. ഓക്കെ, കറണ്ട് ത്രൂ ദ കപ്പാസിറ്ററും കറണ്ട് ത്രൂ ദ ഇൻഡക്ടറും അതിൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചോണം. ഓക്കെ, കപ്പാസിറ്ററിലേക്ക് നമ്മളൊരു വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ് ചെയ്യും, വോൾട്ടേജ് ലാഗ് ചെയ്യും. കറണ്ട് ലീഡ് ചെയ്യും, വോൾട്ടേജ് ലാഗ് ചെയ്യും. ഓക്കെ, കപ്പാസിറ്ററിൽ.
എന്നാൽ ഇൻഡക്ടറിലാണെങ്കിൽ എന്താ പ്രത്യേകത എന്ന് പറയുന്നത്? വോൾട്ടേജ് ലീഡ് ചെയ്യും, ഓക്കെ, കറണ്ട് എന്ത് ചെയ്യും? ലാഗ് ചെയ്യും ഇൻഡക്ടറിൽ. റെഡി? നമുക്ക് അതിനനുസരിച്ച് ഫേസർ ഡയഗ്രം ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ മക്കളെ, ഫേസർ ഡയഗ്രം വരയ്ക്കുന്ന സമയത്ത് ഇതാണ് വോൾട്ടേജ് ആക്സിസ് കാണിച്ചിരിക്കുന്നത്. കപ്പാസിറ്ററിലൂടെയുള്ള കറണ്ട് എന്ത് ചെയ്യണം? ലീഡ് ചെയ്യണം. ലീഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ മാർക്ക് ചെയ്താൽ മതി. ദിസ് ഈസ് ദ കറണ്ട് IC. വോൾട്ടേജിനേക്കാൾ ലീഡ് ചെയ്യുന്നു IC. π/2 ആണ് ലീഡിങ് വരിക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇൻഡക്ടർ ആവുന്ന സമയത്ത് ലാഗിങ് ആണ്. ലാഗിങ് തിരിച്ച് ബാക്കിലോട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് കോൾഡ് IL. ഓക്കെ, അപ്പോൾ ICയും ILും എന്ത് ഫേസിലാണ് മക്കളെ? ഓപ്പോസിറ്റ് ഫേസിലാണ് ഇരിക്കുന്നത് അല്ലേ? ICയും ILും എന്ത് എങ്ങനെ ഇരിക്കുന്നത്? ഓപ്പോസിറ്റ് ഫേസിലല്ലേ ഇരിക്കുന്നത്. റെഡി? ഓപ്പോസിറ്റ് ഫേസിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ നെറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും നമുക്ക്? IC മൈനസ് IL. IC മൈനസ് IL. എത്രയാ IC എന്ന് പറയുന്നത്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് IC? 5 ആംപിയർ മൈനസ് 4 ആംപിയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എത്ര എന്ന് വരും നമുക്ക്? 1 ആംപിയർ എന്ന് വരും ഇല്ലേ? കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് യു നോ ദാറ്റ് കറണ്ട് I ഈസ് ഈക്വൽ ടു E/Z ആണ് അല്ല? എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യനിൽ? ഇംപീഡൻസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്, E/Z അല്ലേ? ഇംപീഡൻസ് Z ഈസ് ഈക്വൽ ടു എന്നാ വരുന്നത് മക്കളെ? E/I എന്നാണ് വരുന്നത് അല്ലേ? റെഡി? E/I. ഇയുടെ വാല്യൂ ഓൾറെഡി എത്രയാണെന്ന് നമുക്കറിയാം, 60 വോൾട്ട് ആണെന്ന് അറിയാം. ഐയുടെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം, I വാല്യൂ 1 ആംപിയർ ആണ്, 60/1 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഓം ആണ് ആൻസർ വരുന്നത്. ഓക്കെ റെഡി? എല്ലാവരും എഴുതുന്നുണ്ടല്ലോ അല്ലേ? എൻ്റെ കൂടെ തന്നെ വരുന്നില്ലേ? ആരിപ്പോൾ ഓപ്ഷൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ഓക്കെ, കൂടെ പിടിച്ചിട്ട് വാട്ടോ. റെഡി? അപ്പോൾ നമ്മൾ എന്താ വരുന്നത്? 60 ഓം അല്ലേ ആൻസർ വരുന്നത്? 60 ഓം ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? ഇതെന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന റീജിയനൊക്കെ കറക്റ്റായിട്ട് നോക്കി വെച്ചോണം കേട്ടോ. നിങ്ങൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു, ഇതിൻ്റെ കൂടെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ കൂടി ചെയ്തു പോവുക. അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ക്വസ്റ്റ്യനൊക്കെ വരത്തുള്ളൂടാ, ഡോൺ വറി. ഇന്ന് പറയുന്ന നമ്മളെ കൺസെപ്റ്റുകളൊക്കെ അല്ല, അപ്പോൾ ഓരോ സെഗ്മെൻറ്റുകൾ നിങ്ങൾ ഓർമ്മയിൽ വെച്ചു. ആ സെഗ്മെൻറ്റുകളിൽ നിന്ന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോവാം. അപ്പോൾ അവിടെ നിന്നൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത, പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. ശ്രദ്ധിച്ചോണം. ഓക്കെ, നോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്ന സമയത്ത് മക്കളെ ഏതാ ക്വസ്റ്റ്യൻ? യെസ്, നമ്മളുടെ ട്രാൻസ്ഫോമർ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോട്ടോ. ശരിക്കും ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന സമയത്ത് എന്താണ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്? ബേസിക്കലി ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുക, വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക, സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ലൈൻ പവർ ലോസുകൾ കുറയ്ക്കുക അല്ലേ? നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ്. ഇപ്പോൾ നമ്മളൊരു പവർ സ്റ്റേഷനിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി ആണല്ലോ ട്രാൻസ്മിറ്റ് ചെയ്ത് എങ്ങോട്ട് വരുന്നത്? ഇപ്പോൾ നമ്മുടെ വീടുകളിലേക്കൊക്കെ എത്തുന്നത്. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് മെറ്റാലിക് കേബിളുകളിലൂടെയാണല്ലോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? ലൈൻ പവർ ലോസുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ലൈൻ പവർ ലോസ് എന്ന് പറഞ്ഞാൽ I²R ആണ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ലൈൻ പവർ ലോസുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ലൈൻ പവർ ലോസുകൾ ഉണ്ടാകുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് I²R ആണ് ലൈൻ പവർ ലോസ്. കറണ്ട് കുറച്ച് ട്രാൻസ്മിറ്റ് ചെയ്താൽ, കറണ്ടിനെ കുറച്ചാൽ നമുക്ക് എന്ത് കുറയ്ക്കാം? ലൈൻ പവർ ലോസുകൾ എന്ത് ചെയ്യാം? കുറയ്ക്കാം. അപ്പോൾ ഈ കറണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്. സ്റ്റെപ്പ് അപ്പ് വോൾട്ടേജ് കൂട്ടുന്ന സമയത്ത് കറണ്ട് എന്ത് ചെയ്യും? കുറയും. പവർ കൺസെപ്റ്റാണ്, പവർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്ഷൻ ഈസ് എ വർക്കിംഗ് ഓഫ് ട്രാൻസ്ഫോമർ. നമ്മളിതിൽ പ്രൈമറി കോയിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ സെക്കൻഡറി കോയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. കപ്ലിംഗ് ആയിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇവരുടെ ഫ്ലക്സ് ലിങ്കേജ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, അപ്പോൾ കോയിലുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെന്ന് പറയാം? ഹിയർ ഇൻ ദിസ് കേസ് V1/V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N1/N2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു I2/I1 ആണ്. ദാറ്റ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് റിലേഷൻ, ട്രാൻസ്ഫോമർ റേഷ്യോ എന്നുള്ള കൺസെപ്റ്റാണ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വന്ന് നോക്കാം. നമുക്കിത് വാല്യൂസ് ഒക്കെ ഒന്ന് എഴുതാം. പ്രൈമറിയിലുള്ള കോയിൽ എന്ന് പറയുന്നത് എത്രയാണ്? 80 ആണ്. നമ്പർ ഓഫ് ടേൺസ് 80 ആണ്.
സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 160 ആണ് അല്ലേ, 160 ആണ്. പ്രൈമറി കോയിൽ ഈസ് കണക്റ്റഡ് ടു ആൻ AC സപ്ലൈ 110 വോൾട്ട്. അപ്പോൾ V1 പ്രൈമറി വോൾട്ടേജ് 110 വോൾട്ടേജ് ആണ്. കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ഈസ് 5 ആംപിയർ ആണ്, അതായത് I1 എന്ന് പറയുന്നത് 5 ആംപിയർ ആണ്, ശ്രദ്ധിച്ചോണം. വോൾട്ടേജ് ആൻഡ് കറണ്ടിൻ്റെ സെക്കൻഡറി ആർ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അല്ലേ. വോൾട്ടേജും കറണ്ടും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഡയറക്റ്റ് അപ്ലിക്കേഷൻ കൊടുത്താൽ മതി. V1/V2 ഈസ് ഈക്വൽ ടു N1/N2. V1 എന്ന് പറഞ്ഞാൽ 110, V2 ആണ് സെക്കൻഡറി വോൾട്ടേജ് കണ്ടുപിടിക്കണം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു N1/N2. എത്രയാണ് മക്കളെ? N1 എന്ന് പറയുന്നത് 80 ആണ്, N2 എന്ന് പറഞ്ഞാൽ 160 ആണ്, കട്ട് 2 ആണ്. യുവർ ആൻസർ V2 ഈസ് ഈക്വൽ ടു എത്ര വോൾട്ട് ആണ്? 220 വോൾട്ട് ആണ്. യുവർ ആൻസർ ഈസ് 220 വോൾട്ട്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്ലിയർലി 220 വോൾട്ട് ആണ് തന്നിരിക്കുന്നത്. V2 തന്നിട്ടുണ്ട് 220 വോൾട്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡറി കറണ്ട് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. N1/N2 ഈസ് ഈക്വൽ ടു I2/I1. ഓക്കെ, I2/I1. N1 എന്ന് പറയുന്നത് എത്രയാണ് മക്കളേടാ? 80 ആണ്, 160 ആണ്. I2 കണ്ടുപിടിക്കണം. I2ൻ്റെ വാല്യൂ അറിയണം. I1 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ, സോ ക്ലിയർലി 80, 160 കട്ട് 2 ഉണ്ട് അല്ലേ, 2 ഉണ്ട്. സോ ക്ലിയർലി I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ വരും? 5/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 ആംപിയർ. അപ്പോൾ ആൻസർ ഏത് വരും മക്കളെ? 220 വോൾട്ട് 2.5 ആംപിയർ. ഓപ്ഷൻ ഏതാ വരുന്നത്? 3. ഓക്കെ, ഓപ്ഷൻ 3 ആണ് വരുന്നത്. റെഡി? സോ നൗ അടുത്ത കൺസെപ്റ്റിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഇനി പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ 25 ആണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. റെഡ്യൂസസ് ദ വോൾട്ടേജ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, അത് എഫിഷ്യൻസി കൺസെപ്റ്റ് ആണ് മക്കളെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, എഫിഷ്യൻസി കൺസെപ്റ്റ് എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഐഡിയൽ ട്രാൻസ്ഫോമർ, ഈ ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദർ ഈസ് നോ പവർ ലോസ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. പവർ ലോസ് ഇല്ല എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. പവർ ലോസ് ഇല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ്. പക്ഷേ പ്രാക്ടിക്കലി എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫോമറുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? പവർ ലോസ് വരുന്നുണ്ട്. ഓക്കെ, പ്രാക്ടിക്കലി പവർ ലോസുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എത്ര ടൈപ്പ് ലോസുകൾക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. മെയിനായിട്ട് വരുന്ന ലോസാണ് നമ്പർ 1 കോപ്പർ ലോസ് വരുന്നുണ്ട്. ലോസുകളൊന്ന് നോക്കി വെച്ചേക്കണം. കോപ്പർ ലോസ് വരുന്നുണ്ട്. കോപ്പർ ലോസ് എന്ന് പറയുമ്പോൾ വൈൻഡിങ്സിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ലോസാണ്. പിന്നെ വരുന്ന ലോസാണ് ഫ്ലക്സ് ലോസ് എന്ന് പറയുന്നത്. ഇംപെർഫെക്ഷൻ ഇൻ ദ വൈൻഡിങ്സ്, വൈൻഡിങ്ങിൽ ഇംപെർഫെക്ഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ലോസുകൾ ഉണ്ടാവുന്നുണ്ട്. കോർ ലോസുകൾ, അയൺ കോറിൽ എന്തുണ്ടാവുന്നുണ്ട്? ലോസ് ഉണ്ടാവുന്നുണ്ട്. ഹമ്മിങ് ലോസ്, നിങ്ങൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചെറുതായിട്ട് മറ്റേ ഹമ്മിങ് കാണാം, മൂളുന്ന് കാണാം. ഹമ്മിങ് ലോസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ എഫിഷ്യൻസി 80% ആണെന്നാണ് പറയുന്നത്. 100% എഫിഷ്യൻ്റ് അല്ല, എഫിഷ്യൻസിയാണ് 80% ആണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എഫിഷ്യൻസിയുടെ ഇക്വേഷനാണ് ആദ്യം കൊടുക്കുന്നത്. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു പവർ ഔട്ട് ഡിവൈഡഡ് ബൈ പവർ ഇൻ. ശ്രദ്ധിച്ചോണം, പവർ ഔട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി 80% ആണ്. 80% എന്ന് പറയുമ്പോൾ 80/100 ആണ് പവർ ഔട്ട്. ഔട്ട്പുട്ട് പവർ, ഡെലിവർ ചെയ്യുന്ന പവർ അവരെന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. 800 വാട്ടാണ്. ഓക്കെ, പവർ ഇൻ എന്ന് പറയുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം V1/I1 ആണ് എന്തെന്ന് പറയുന്നത്? പവർ ഇൻ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോളാ, പവർ ഇൻ എന്ന് പറയുന്നത് 200 ആണ് ഇൻപുട്ട് ലൈൻ വോൾട്ടേജ്. ഓക്കെ, കാണാൻ പറഞ്ഞിരിക്കുന്നത് ഇൻപുട്ട് കറണ്ടാണ് മക്കളെ. V1 തന്നിട്ടുണ്ട്, I1 കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. 0 0 കട്ട് ചെയ്യാം. സോ യുവർ ആൻസർ ഈസ് 8. ഇത് കട്ട് ചെയ്യുമ്പോൾ 100 എന്ന് വരും. ശ്രദ്ധിച്ചോണം. സോ ദാറ്റ് ഈസ് 1/10 ഇസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ V1/I1. V1 എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ? 2200 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റു I1 ആണ് കാണേണ്ടത്. കട്ട്. സോ I1 ഈസ് ഈക്വൽ ടു 22 ഡിവൈഡഡ് ബൈ 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 11 ഡിവൈഡഡ് ബൈ 5. 11 ഡിവൈഡഡ് ബൈ അല്ലേ, I1 മാറിപ്പോയോ സാധനം? 220. യെസ്, I1. ഓക്കെ, സാധനം മാറി, ചെറിയ ഷിഫ്റ്റിംഗ് ഉണ്ടേ. സോ ദാറ്റ് ഈസ് I1 ഈസ് ഈക്വൽ ടു, നമുക്ക് ആൻസർ വരുന്ന സമയത്ത് I1 ഇവിടെയല്ലേ കിടക്കുന്നത്? ഇത് അങ്ങോട്ട് പോട്ടെ. 22 ദസ് I1 മുകളിലോട്ട് പോയി. സോ 10 ഡിവൈഡഡ് ബൈ 22. 10 എന്ന് പറയുമ്പോൾ 5 ആണ്. 5/11 ആണ്. 5/11 ആംപിയർ ആണ്. ഓക്കെ,
എഫിഷ്യൻസി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റെഡി? അപ്പോൾ ഞാൻ എൻ്റെ സെഗ്മെൻ്റ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ ഫിസിക്സിൻ്റെ EMISC സെഗ്മെൻറ്റ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തായിട്ട് നമ്മളെ റോയ് സാർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ മാത്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റോയ് സാറെ എന്ത് ചെയ്യാം, സ്വാഗതം ചെയ്യാം. ഓക്കെ. Welcome dear students. I am before you with a few questions which are from the very important area, that is a differential calculus, and you know differential calculus is very important as far as a JEE main or any other exam, any other competitive exam is concerned. So we have some questions from limits, we have some questions from continuity, differentiability and derivatives. And see, this is our first question. The value of limit x tends to 0, e minus 1 plus x raised to 1 by x by tan x. That is our first question. Limit x tends to 0, limit x tends to 0, e minus 1 plus x raised to 1 by x by tan x. And what is the first thing that we do? We know when x tends to 0, sin x is x and tan x is x. Sin inverse x is also x and tan inverse x is also x. നമ്മൾ ഫിസിക്സിലും ഒക്കെ യൂസ് ചെയ്യുന്ന ആംഗിൾ വളരെ ചെറുതാണെങ്കിൽ സൈൻ തീറ്റ തീറ്റയായ, ടാൻ തീറ്റയും തീറ്റയായ, സൈൻ തീറ്റയ്ക്ക് പകരം ടാൻ തീറ്റയും, ടാൻ തീറ്റയ്ക്ക് പകരം സൈൻ തീറ്റയും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ ഹിയർ എക്സ് ഈസ് ടെൻഡിങ് ടു 0. സോ ഇൻസ്റ്റെഡ് ഓഫ് ടാൻ എക്സ് വി ക്യാൻ റൈറ്റ് എക്സ്. സോ വെൻ എക്സ് ടെൻസ് ടു 0, ടാൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. When x tends to 0, tan x is equal to x. So we can write this is equal to limit x tends to 0, e minus 1 plus x raised to 1 by x by x. Now you are familiar with the method. And ഏതാ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മെത്തേഡ്? ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഇതാരാ, ഇയുമായിട്ട് ബന്ധപ്പെട്ടത്. ദാറ്റ് ഇസ് സംതിങ് റിലേറ്റഡ് ടു ഇ. ആൻഡ് വി നോ ഇറ്റ്സ് എക്സ്പാൻഷൻ, സീരീസ് എക്സ്പാൻഷൻ. നമ്മൾ കുറേ സീരീസ് എക്സ്പാൻഷൻസ് ഓഫ് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. സൈനോ, കോസോ, ടാനോ, എ റേസ് ടു എക്സ്, ഇ റേസ് ടു എക്സ്, ലോഗ് 1 പ്ലസ് എക്സ്, ലോഗ് 1 മൈനസ് എക്സ്, അതെല്ലാം നമ്മളൊരു ലിസ്റ്റായിട്ട് നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ ഒക്കെ ഉണ്ട്. സോ ദ എക്സ്പാൻഷൻ ഓഫ് 1 പ്ലസ് എക്സ് റേസ് ടു 1 ബൈ എക്സ് ഈസ് the expansion of 1 plus x raised to 1 by x. And all of you know that it is e into 1 minus x by 2 plus 11 by 24 x square minus x set. This is a series expansion of 1 plus x raised to 1 by. ഇതൊക്കെ നമ്മളൊരു എക്സാമിന് പോകുമ്പോൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ആൻഡ് സീരീസ് എക്സ്പാൻഷനിൽ എത്ര ടൈം എഴുതണമെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പഠിച്ചിരിക്കുന്നത്, സീരീസ് എക്സ്പാൻഷൻ നമ്പർ ഓഫ് ടൈം ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി എത്രയാണോ അതുവരെയുള്ള ടൈം എഴുതിയാൽ മതി. അതിൽ കൂടിയ ടൈം എക്സ് ടെൻസ് ടു 0 ആണെങ്കിൽ അതിൽ കൂടിയ പവർ വരുന്ന ടൈംസ് എല്ലാം 0 ആയിപ്പോകും. അപ്പോൾ നന്നായിട്ട് ഓർത്തിരിക്കുക, ഡിനോമിനേറ്ററിൻ്റെ അതേ പവർ ആവുമ്പം നമുക്കിവിടം വരെയുള്ള ടൈംസ് എഴുതിയാൽ മതി, ഇവിടം വരെയുള്ള ടൈംസ് എഴുതിയാൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ മൈനസ് 1 plus x raised to 1 by x is e into 1 minus x by 2. ഇവിടം വരെ മതി. പിന്നെ പ്ലസ് എക്സെട്ര ഒന്നും ഇട്ട് സമയം കളഞ്ഞേക്കരുത്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ടൈം ഈസ് എ മോസ്റ്റ് പ്രഷ്യസ് തിങ്. അപ്പോൾ ഇനി നമ്മൾ വേറെ ഒന്നും എഴുതി സമയം കളഞ്ഞേക്കരുത്, ഇവിടം വരെ മതി. ഡിവൈഡഡ് ബൈ എക്സ്, ഡിവൈഡഡ് ബൈ എക്സ്. സോ ഇറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ മൈനസ് സി പ്ലസ് സി എക്സ് ബൈ 2 plus cx by 2.
divided by x. So e and minus e get cancelled, x get cancelled. So what is the limit? It is equal to e by 2. ഇതാണ് ഏറ്റവും എക്കണോമിക് മെത്തേഡ്. അതേസമയം നമുക്ക് ലോഗരിതമൊക്കെ എടുത്ത് ചെയ്യാം. ഇതിനെ ചില ബുക്കിലൊക്കെ ഇ റേസ് ടു ലോഗ് 1 + x റേസ് ടു 1/x എന്നൊക്കെ എഴുതി പോകുന്നുണ്ട്. അങ്ങനെയൊന്നും പോകരുത്. ഇതാണ് നമ്മുടെ എക്കണോമിക് മെത്തേഡ്. സോ ദ ലിമിറ്റ് ഈസ് ഈക്വൽ ടു ഇ ബൈ 2 ആൻഡ് ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ ഇൻ ദാറ്റ് ക്വസ്റ്റ്യൻ. Option 3 is the correct answer in question number 1. Now let's see what is question number 2. Limit x tends to 0. A e raised to x square. There is a correction, it is plus, not minus, but it is plus. Please correct it as plus. A e raised to x square plus b cos x divided by x square is equal to 1/2. We are asked to find a plus b. So limit x tends to 0. A e raised to x square plus b cos x divided by x square is equal to 1/2. Again a question based on series expansion method. And you know the expansion of e raised to x. E raised to x is equal to, it's a positive exponential series, 1 plus x by 1 factorial plus x square by 2 factorial plus x cube by 3 factorial plus etc. E raised to minus x ആണെങ്കിൽ alternate terms നെഗറ്റീവ് എഴുതിയാൽ മതി. Infinite number of times ഉണ്ട്. And cos x. And all of you know that the series expansion of sin x is x minus x cube by 3 factorial plus x raised to 5 by 5 factorial minus etc. And what's the basic relationship connecting sin and cos? All of you know the basic relation connecting sin and cos, and what is it? The derivative of sin x is cos x. അപ്പോൾ ഓരോ ടൈമും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈസ് 1, ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് ഈസ് 3x², 3 ക്യാൻസൽ ചെയ്തു പോകും. സോ ഇറ്റ് ഈസ് x² by 2 factorial പ്ലസ് x raised to 4 by 4 factor. നേരെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതിയാൽ മതി, മൈനസ് എക്സെക്ട്. അപ്പോൾ ഇങ്ങനെ സീരീസ് എക്സ്പാൻഷൻ്റെ ലിസ്റ്റ് നമ്മൾ തന്നിട്ടുണ്ട്. ആ ലിസ്റ്റ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഇ റൈസ് ടു ഐ എവിടം വരെയുള്ള ടൈംസ് എഴുതണം? ഡിനോമിനേറ്ററിൻ്റെ പവർ കിട്ടുന്നിടം വരെ. അത് മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. ആവശ്യമില്ലാത്ത ഒരു ആവശ്യമുള്ളത് മുഴുവൻ എഴുതാൻ നമുക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത ഒരു കാര്യവും എഴുതിയേക്കരുത്. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ ഇ റൈസ് ടു എക്സ് സ്ക്വയർ. ഇ റൈസ് ടു എക്സ് സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എന്താ? 1 പ്ലസ് എക്സിന് പകരം x² by 1 factorial. ആൻഡ് 1 factorial ഈസ് 1 മതി. ഡിനോമിനേറ്ററിൻ്റെ അതേ പവറുള്ള ടൈം കിട്ടി. പ്ലസ് ബി ഇൻറ്റു cos x is 1 minus x² by 2 factorial. 2 factorial is 2. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ അതേ പവറുള്ള ടൈം കിട്ടി. ബാക്കിയൊന്നും എഴുതി സമയം കളഞ്ഞേക്കരുത്. ബൈ x² ഈസ് ഈക്വൽ ടു 1/2. ഈസ് ഈക്വൽ ടു 1/2. ഇനി നമുക്കറിയാം, നമ്മൾ ആദ്യം കോൺസ്റ്റൻറ്റ് ടൈം ഗ്രൂപ്പ് ചെയ്യും, എക്സ് ഇല്ലാത്ത ടൈം ഗ്രൂപ്പ് ചെയ്യും, എക്സിൻ്റെ കോയഫിഷ്യൻ ഗ്രൂപ്പ് ചെയ്യും, x² കോയഫിഷ്യൻ ഗ്രൂപ്പ് ചെയ്യും, എക്സെട്ര. So it is limit x tends to 0. കോൺസ്റ്റൻറ്റ് ടൈം ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, ഇത്രയും കോൺസ്റ്റൻറ്റ്. അതിൻ്റെ ഡിനോമിനേറ്ററിൽ x² ഉണ്ട്. പ്ലസ് ഇനി എക്സിൻ്റെ ടൈം ഒന്നുമില്ല, പക്ഷേ x² കോയഫിഷ്യൻ്റ് ഉണ്ട്. ഇവിടെ x² കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എ ആണ്. ഇവിടെ x² കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത് -b/2. ഇത്രയും x² കോയഫിഷ്യൻ്റ് ബൈ x² ഈക്വൽ ടു 1/2. ഇനി സീരീസ് എക്സ്പാൻഷനിലെ രണ്ട് വെരി ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഓർക്കുക. ഏതാ? ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി ഏതാണോ അതേ ഡിഗ്രിയോടുകൂടി ന്യൂമറേറ്ററിൽ വരുന്ന ടൈമിൻ്റെ കോയഫിഷ്യൻ്റ് ലിമിറ്റ് ആയിരിക്കും. ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി എത്രയാണ്? 2. അതേ ഡിഗ്രിയോടുകൂടി ന്യൂമറേറ്ററിൽ വരുന്ന ടൈം ഇതാ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ഡി, അതിൻ്റെ കോയഫിഷ്യൻ്റ് അതെപ്പോഴും ലിമിറ്റ് ആയിരിക്കും. സോ ദിസ് ഈസ് ലിമിറ്റഡ്. And the limit is given to be 1/2. That is limit. And the limit is given to be 1/2. ഇത് എപ്പോഴും ലിമിറ്റ് ആയിരിക്കും. ആൻഡ് ലിമിറ്റിൻ്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്? ലിമിറ്റ് ഈസ് ഈക്വൽ ടു 1/2. സോ വി ഗെറ്റ് ദ ഫസ്റ്റ് ഇക്വേഷൻ. a മൈനസ് b/2 1/2 ആയിരിക്കും. ഇനി ഒന്നുകൂടി എഴുതിയാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ പ്ലസ്, നമ്മൾ ആക്ച്വലി എക്സിന് 0 എന്ന് കൊടുക്കുന്നു. വെൻ വി പുട്ട് എക്സ് ഈക്വൽ ടു 0 ഇറ്റ് ഈസ് a പ്ലസ് b/0. പ്ലസ് ഇവിടെ ദറ്റ് ഇസ് എ ടൈം വിച്ച് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്, a മൈനസ് b/2.
which is independent of variable, and that is a limit equal to 1/2. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഓർത്തേ, എന്താ, ഡിനോമിനേറ്റർ 0 പക്ഷേ ലിമിറ്റ് ഫൈനൈറ്റ്. Is it possible? The denominator is 0 and the limit is finite. Is it possible? Yes, when the numerator is also 0. When the numerator is also 0, it's 0/0, so that we can evaluate the limit by using the L'Hopital rule, the L'Hospital rule. അപ്പോൾ ഇനി ഓർത്തോളുക, ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡിനോമിനേറ്റർ 0യും ലിമിറ്റ് ഫൈനൈറ്റുമാണെങ്കിൽ അങ്ങനത്തെ ടേംസിൻ്റെ ന്യൂമറേറ്റർ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടനെ എഴുതാം a+b0. ഇനി നോക്കിയാൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, a+b കണ്ടുപിടിക്കാനേ ചോദിച്ചിട്ടുള്ളൂ. സോ വി ഹാവ് ദ ഫസ്റ്റ് ഇക്വേഷൻ a+b ഈസ് 0. a+b ചോദിച്ചിട്ടുള്ളെങ്കിൽ ഇതുവരെ മതി. ഇനി എയും ബിയും കാണണമെങ്കിൽ ഈ ഇക്വേഷൻ കൂടെ എഴുതുക. a-b/2 ഈസ്, ഇതാരാന്നാ പറഞ്ഞത്, a-b/2 ഈസ് 1/2. രണ്ടും കൂടെ സോൾവ് ചെയ്താൽ എയും ബിയും കിട്ടും. പക്ഷേ നമുക്ക് വേണ്ടത്, വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ, വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് a+b. And what is a+b? a+b is 0. So that option 3 is the correct answer in question number 2. അപ്പോൾ ഇത് രണ്ട് പ്രധാന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇവിടം വരെ വരുമ്പോഴേ അറിയാം a+b/0. a+b/0 means the numerator is 0. a+b is 0. a+b 0 ആക്കാതെ ഈ ലിമിറ്റിനും ഫൈനൈറ്റ് ആകാൻ പറ്റത്തില്ല. ഇനി എയും ബിയും കാണണമെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ കൂടെ എഴുതാൻ, രണ്ട് ഇക്വേഷൻ കിട്ടി, രണ്ട് സോൾവ് ചെയ്താൽ എയും ബിയും കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഡിനോമിനേറ്ററിൻ്റെ അതേ ഡിഗ്രിയോടുകൂടി ന്യൂമറേറ്ററിൽ വരുന്ന ടേമിൻ്റെ കോയഫിഷ്യൻ ലിമിറ്റ് ആയിരിക്കും. ഡിനോമിനേറ്റർ 0യും ലിമിറ്റ് ഫൈനൈറ്റുമാണെങ്കിൽ അങ്ങനത്തെ ടേംസിൻ്റെ ന്യൂമറേറ്ററും 0 ആയിരിക്കും. അങ്ങനത്തെ ടേംസിൻ്റെ ന്യൂമറേറ്റർ 0 ആയിരിക്കും. Now we have question number 3. Limit x tends to 0. Limit x tends to 0. 8/x raised to 8 into 1 minus cos x square by 2 minus cos x square by 4 plus cos x square by 2 into cos x square by 4 into cos x square by 2 into cos x square by 4. ഏതാ മെത്തേഡ് ഇവാലുവേറ്റ് ചെയ്യാൻ? ഈ ലിമിറ്റ് കാണുമ്പോഴേ നമ്മളൊരു ഹൈസ്കൂൾ റിസൾട്ട് ഓർമ്മ വരണം. ഒരു ഹൈസ്കൂൾ റിസൾട്ട് ഓർമ്മ വരുവാണെങ്കിൽ പകുതി 50% പണി കഴിഞ്ഞു. സോ ഏതാ ഹൈസ്കൂൾ റിസൾട്ട്? ഇറ്റ് ഈസ് 1 minus a into 1 minus b. What is 1 minus a into 1 minus b? 1 minus a minus b plus ab. സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഹൈസ്കൂൾ റിസൾട്ട്. 1 minus a into 1 minus b is 1 minus a minus b plus ab, and this is exactly in that form. 1 minus a minus b plus ab. So what is the function in the given limit? This is 1 minus x square by 2 into 1 minus x square by 4. So the given limit can be written as, therefore given limit is equal to, given limit is limit x tends to 0, 8/x raised to 8. And this, the factors are 1 minus cos x square by 2 into 1 minus cos x square by 4. 1 minus cos x square by 2 into 1 minus cos x square by 4. ഇനി ലിമിറ്റിലെ സ്റ്റാർ റിസൾട്ട് ഏതാണെന്ന് ചോദിച്ചാലോ, വാട്ട് ഈസ് ദാറ്റ് റിസൾട്ട്? നമ്മളെ ഏറ്റവും കൂടുതൽ ലിമിറ്റിൽ അല്ലെ ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ സഹായിക്കുന്ന ഒരു റിസൾട്ടാണ് വെൻ എക്സ് ടെൻസ് ടു 0. When x tends to 0. What is 1 minus cos x? 1 minus cos x is half into x square by x square. x 0യിലേക്ക് ടെൻഡ് ചെയ്താൽ 1 minus cos x എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു കോസിൻ്റെ ആംഗിളിൻ്റെ സ്ക്വയർ. കോസിൻ്റെ ആംഗിൾ നോക്കുക, ഹാഫ് ഇൻറ്റു ആ ആംഗിളിൻ്റെ സ്ക്വയർ ആയിരിക്കും 1 minus cos. പക്ഷേ നമ്മുടെ പിള്ളേർക്ക് ഇപ്പോഴും ഒരു കുഴപ്പമുണ്ട്, 1 minus cos കണ്ടാൽ 2 sin സ്ക്വയറിലേക്ക് പോകും. വെറുതെ സമയം കളഞ്ഞേക്കരുത്. 1 minus cos കണ്ടാൽ ഇതാണ് നമ്മുടെ റിസൾട്ട്, ഇതാണ് ഒരുപക്ഷെ ലിമിറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന റിസൾട്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് 1 minus cos. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 8/x raised to 8/x raised to 8. 8/x raised to 8
8 by x raised to 8 into 8 by x raised to 8 into ഇത് 1 മൈനസ് കോസിൻ്റെ ആംഗിൾ ആരാ എക്സ് സ്ക്വയർ ബൈ 2. കോസിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 2. അപ്പം 1 മൈനസ് കോസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ഇതിൻ്റെ സ്ക്വയർ. എക്സ് സ്ക്വയർ ബൈ 2വിൻ്റെ സ്ക്വയർ എത്രയാണ്? എക്സ് റേസ് ടു 4 ബൈ 4. അപ്പം ഇത് കിട്ടി. ഇനി അടുത്തത് നോക്കുക. അടുത്തത് നോക്കിയേ, അതും ഇതേ ഫോമാണ്. 1 മൈനസ് കോസ് എക്സ് സ്ക്വയർ ബൈ 4. കോസിൻ്റെ ആംഗിൾ ആരാ? എക്സ് സ്ക്വയർ. അത് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട്. എസ് ദറ്റ് വിൽ ടെൻഡ് ടു 0. സോ ഇറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 4ൻ്റെ സ്ക്വയർ. എക്സ് റേസ് ടു 4 ബൈ 16. എക്സ് റേസ് ടു 4 ബൈ 16. അപ്പോൾ എൻട്രൻസ് എക്സാമിന് പോകുന്ന ഏത് എൻട്രൻസ് എക്സാം ഈ റിസൾട്ട് മറന്നിട്ട് പോയേക്കരുത്. പോകുമ്പോഴും ഈ റിസൾട്ട് ഓർത്തോണം. അപ്പോൾ ഇങ്ങനത്തെ കുറേ പോയിൻറ്റ്സ് ഓർത്തിരിക്കുക. അന്ന് രാവിലെ നമുക്ക് നോക്കാനുള്ള റിസൾട്ടാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 8 by x raised to 8 into this is x raised to 4 by 8 into this is x raised to 4 by 32, and x raised to 4 into x raised to 4 is x raised to 8. So that get cancelled. Or 8 cancel. So the limit is 1 by 32. അതേസമയം 1 മൈനസ് കോസിനെ സൈനിലേക്കൊക്കെ പോയെങ്കിൽ നമുക്ക് സമയം പോകും. ആൻസർ കിട്ടും, പക്ഷേ നല്ല കോളേജിലൊന്നും അഡ്മിഷൻ കിട്ടിയല്ല. നമ്മുടെ ലക്ഷ്യം ആൻസർ അല്ല, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇങ്ങനത്തെ മെത്തേഡ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിലേ നമുക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. സോ ദ ലിമിറ്റ് ഈസ് ഈക്വൽ ടു 1 by 32, and that is given in option 3 is the correct answer in question number 3. Now let's read question number 4. Alpha and beta are the roots of the equation x square plus bx plus c. Limit x tends to beta e raised to 2 into x square plus bx plus c minus 1 minus 2 into x square plus bx plus c divided by x minus beta whole square. Alpha and beta are the distinct roots of this equation. Given alpha and beta are the distinct roots of x square plus bx plus c equal to 0, and we are asked to find the limit x tends to beta e raised to 2 into x square plus bx plus c minus 1 minus 2 into x square plus bx plus c divided by x minus beta whole square. We want to find this limit. ഇനി നോക്കിയേ, ഈ ലിമിറ്റിൻ്റെ ന്യൂമറേറ്ററിൽ 3 ടേം ഉണ്ട്. അതിൽ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തേർഡ് ടേമും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്ത് 50% നമ്മുടെ സ്ട്രാറ്റജി തീർന്നു. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണം. ആ സ്ട്രാറ്റജിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ എന്താണ്, ഈ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തേർഡ് ടേമും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഒരു പക്ഷേ ഇന്ന് ഞാനത് പറയുകയും ചെയ്തതാണ്. എന്തായിരുന്നു? വാട്ട് ഇസ് ദി എക്സ്പാൻഷൻ ഓഫ് ഇ റൈസ് ടു എക്സ്? ദ എക്സ്പാൻഷൻ ഓഫ് ഇ റൈസ് ടു എക്സ് ഈസ് 1 plus x by 1 factorial plus x square by 2 factorial plus etc. ഇതാണ് ഇ റൈസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ. അപ്പോൾ നോക്കിയത് ഇ റൈസ് ടു 2x square plus bx plus c. ഇതിൻ്റെ എക്സ്പാൻഷൻ ഇതിൽ ഫസ്റ്റ് ടൈം എപ്പോഴും ആരായിരിക്കും? 1. സെക്കൻഡ് ടൈം ഇയുടെ എക്സ്പൊണൻറ്റ് ബൈ 1 ഫാക്ടോറിയൽ. അപ്പോൾ അത് എത്ര വരും? ഇയുടെ എക്സ്പൊണൻറ്റ് ഇത് 2 into x square plus bx plus c by 1 ഫാക്ടോറിയൽ. അതിൻ്റെ നെഗറ്റീവ് ആയത്. അപ്പോൾ അത് കട്ട് ചെയ്തു പോകും. ഫസ്റ്റ് ടൈം 1 അതിൻ്റെ നെഗറ്റീവ് ആയത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ ഇതിൽ ഈ 2 ടേമും ക്യാൻസൽ ചെയ്തു പോകും. പിന്നെ നമുക്ക് അടുത്ത ടേം അത് മാത്രം മതി നമുക്ക്. സോ യു റൈറ്റ് ദി എക്സ്പാൻഷൻ. ദിസ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ബീറ്റ. ഇതിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ എഴുതിയ ഫസ്റ്റ് ടൈം ഈസ് 1 പ്ലസ് 2 into x square plus bx plus c by 1 factorial. 1 factorial എന്ന് പറയുന്നത് 1 തന്നെയാണ്. പ്ലസ് 2 into x square plus bx plus c whole square divided by 2 factorial. ഇത്രയും മതി നമുക്ക്. അപ്പോൾ ഇത്
ഫസ്റ്റ് ടൈമിൻ്റെ എക്സ്പാൻഷൻ. ഫസ്റ്റ് ടൈം കഴിഞ്ഞ് നമുക്ക് എക്സ്പാൻഷൻ കഴിഞ്ഞ് 2 സെക്കൻഡ് ടൈം ഉണ്ട്. -1 -2 into x square plus bx plus c divided by x minus beta whole square. X minus beta whole square. So the first term 1 and the last term -1 they get cancelled. And e raised to 2 into x square plus bx plus c. These 2 times also get cancelled. അപ്പോൾ ആദ്യത്തെ 2 ടൈം പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്, ദ ഗെറ്റ് ക്യാൻസൽ. അപ്പോൾ ഇനി ഇത് എഴുതിയാൽ മതി. സോ ഇറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ബീറ്റ. ഇറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ബീറ്റ. ഇവിടെ 2 സ്ക്വയർ 4 വരും. 2 ഫാക്ടോറിയൽ 2 4/2 എന്ന് പറയുന്നത് 2 വരും. 2 into x square plus bx plus c whole square by x minus beta whole square. ഇനി നമുക്കറിയാം ആൽഫയും ബീറ്റയും എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിയുടെ റൂട്ട്. ആൽഫ ആൻഡ് ബീറ്റ റൂട്ട്സ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ റൂട്ട്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിയെ നമുക്ക് എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ എന്ന് എഴുതാം. ആൽഫയും ബീറ്റയും റൂട്ട്സ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ. എക്സ് മൈനസ് ആൽഫ ഇൻറ്റു, സോ ദ ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ. സോ ദ ന്യൂമറേറ്റർ ക്യാൻ ബി റിട്ടൺ ആസ് limit x tends to beta 2 into x minus alpha into x minus beta whole square. x square plus bx plus c x minus alpha into x minus beta. അപ്പോൾ അതിൻ്റെ ഹോൾ സ്ക്വയർ ആകുമ്പോൾ x minus alpha into x minus beta whole square divided by x minus beta whole square. അപ്പോൾ നോക്കിയാൽ x minus beta whole square കട്ടായി പോകും. So this is equal to limit x tends to beta. ഇനി ആര് മാത്രമേ ഉള്ളൂ? 2 into x minus alpha whole square. പക്ഷേ എക്സ് എങ്ങോട്ടാണ് ടെൻഡ് ചെയ്യുന്നത്? എക്സ് ടെൻഡ് ചെയ്യുന്നത് ബീറ്റയിലേക്ക്. സോ ദിസ് വിൽ ബിക്കം 2 into beta minus alpha whole square. And beta minus alpha whole square is the same as alpha minus beta whole square. 2 into alpha minus a minus b whole square and b minus a whole square same. And you know, if ax square plus bx plus c equal to 0, and if alpha and beta are the roots, what is alpha plus beta? Sum of roots is minus b by a. Product of root alpha beta minus c by a. And what is alpha minus beta? The difference of roots. സമ്മണ്ട് പ്രോഡക്റ്റും എല്ലാവർക്കും അറിയാം, പക്ഷേ ഡിഫറൻസ് പലപ്പോഴും മറന്നു പോകുന്നു. ആൻഡ് ദ ഡിഫറൻസ് ഓഫ് റൂട്ട്സ് ഈസ് ഈക്വൽ ടു, വാട്ട് ഇസ് ദ ഡിഫറൻസ് ഓഫ് റൂട്ട്സ്? റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ എ. ഇതാണ് ഡിഫറൻസ് ഓഫ് റൂട്ട്സ്. പക്ഷേ നമ്മുടെ ഇക്വേഷൻ, അവർ ഇക്വേഷൻ ഈസ് ഗിവൺ, ദ ഗിവൺ ഇക്വേഷൻ ഈസ് എക്സ് സ്ക്വയർ പ്ലസ്, ക്വസ്റ്റ്യൻ നോക്കിയേ, നമ്മുടെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് bx plus c equal to 0. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അപ്പോൾ എ എന്ന് പറയുന്നത് 1. ദർഫോർ എ ഈസ് ഈക്വൽ ടു 1. ദർഫോർ ആൽഫ മൈനസ് ബീറ്റ ഈസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4c ബൈ എ 1. സോ ദിസ് ഈസ് ആൽഫ മൈനസ് ബീറ്റ ഹോൾസ്. Alpha minus beta is root of b square minus 4c. നമ്മുടെ ഇക്വേഷനിൽ a1 ആണ്. So this is alpha minus beta. And here we want alpha minus beta whole square. So this is equal to 2 into root of b square minus 4c whole square. So it is 2 into b square minus 4c. This is the limit of the function. 2 into b square minus 4c, and that is given in 2 into b square minus 4c, and that is given in option 3. Option 3 is the correct answer. 2 into b square minus 4c.
അപ്പോൾ കുറേ കാര്യങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതൊരു ക്യുമുലേറ്റീവ് ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കാര്യം അറിയണം, ലിമിറ്റ്സിൻ്റെ കാര്യം അറിയണം. അപ്പോഴേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. Now let's read question number 6. This is question number 6. F of x is equal to sin GIVX by GIVX when x not equal to 0. 0 when x equal to 0. Where box stands for GIV. GIV, all of you know, greatest integer value. And when x tends to 0, what is GIV function? X 0 ഇലേക്ക് ടെൻഡ് ചെയ്താൽ 0 പ്ലസ് ആണെങ്കിൽ GIV ഫംഗ്ഷൻ 0 ആണ്, 0 മൈനസ് ആണെങ്കിൽ GIV ഫംഗ്ഷൻ -1. ഇതാണ് GIV ഫംഗ്ഷൻ്റെ ഗ്രാഫ്. When x tends to 0, 0 മൈനസിലാണെങ്കിൽ GIVX -1, 0 പ്ലസിൽ GIVX 0. So this is y equal to 0. 1 വരെ 0, 0 വരെ -1. So x tends to 0 plus means GIVX equal to 0. GIVX equal to 0. X tends to 0 minus means GIVX is -1. GIVX is -1. ഈ റിസൾട്ട് അറിയാമല്ലോ എല്ലാവർക്കും. എക്സ് 0 പ്ലസിലാണെങ്കിൽ GIVX 0 ആയിരിക്കും, എക്സ് 0 മൈനസിലാണെങ്കിൽ GIVX -1 ആയിരിക്കും. When x tends to 0 plus GIVX is equal to 0 and when x tends to 0 minus GIVX is -1. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു പോയിൻറ്റിൻ്റെ റൈറ്റും ലെഫ്റ്റും രണ്ട് നേച്ചർ ആണെങ്കിൽ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും സെപ്പറേറ്റ് കാണും. GIV ഫംഗ്ഷൻ 0യുടെ റൈറ്റ് 0 ആണ്, ലെഫ്റ്റ് -1 ആണ്. മോഡുലസ് ഫംഗ്ഷൻ 0യുടെ റൈറ്റ് എക്സ് ആണ്, ലെഫ്റ്റ് -x ആണ്. അപ്പോൾ ഒരു പോയിൻറ്റിൻ്റെ റൈറ്റും ലെഫ്റ്റും രണ്ട് നേച്ചർ ആണെങ്കിൽ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും സെപ്പറേറ്റ് കാണണം. അപ്പോൾ നമ്മൾ ആദ്യം റൈറ്റ് ലിമിറ്റ് കാണും. സോ ദ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. ദറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ്. സോ എക്സ് ഈസ് ടെൻഡിങ് ടു 0 ഫ്രം വാല്യൂസ് ഗ്രേറ്റർ ദാൻ 0. ഇനി ഇവിടെ നോക്കിയേ, എക്സ് ടെൻസ് ടു 0 പ്ലസ് ആണെങ്കിൽ GIVX ആരാ? 0. ഉടനെ ഇവിടെ നോക്കിയേ, GIVX 0 ആണെങ്കിൽ GIVX 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ആരാ? എഫ് ഓഫ് എക്സ് ഈസ് 0. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് 0 എന്ന് കൊടുക്കാം. സോ ദറ്റ് ഈസ് ഈക്വൽ ടു 0. നോക്കിയാൽ നമ്മുടെ ആർഗ്യുമെൻറ്റ് ക്ലിയർ ആണോ എന്ന് നോക്കിയാൽ ഒന്നുകൂടെ പറയാം. ഇവിടെ എക്സ് ടെൻസ് ടു 0 പ്ലസ്. ഉടനെ നമ്മൾ ഇവിടെ നോക്കി, എക്സ് ടെൻസ് ടു 0 പ്ലസ് ആണെങ്കിൽ GIVX ആരാ? 0. ഉടനെ നമ്മൾ ഇവിടെ നോക്കി, GIVX 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ആരാ? 0. അപ്പോൾ എഫ് ഓഫ് എക്സിന് പകരം 0 എന്ന് കൊടുത്തു. സോ ദ റൈറ്റ് ലിമിറ്റ് ഈസ് 0. Now we find the left hand limit. Limit x tends to 0 minus f of x. Limit x tends to 0 minus f of x. That is limit x tends to 0 minus. ഉടനെ അങ്ങോട്ട് പോകാം. x tends to 0 minus ആണെങ്കിൽ GIVX ആരാ? -1. GIVX is not tending to -1 but GIVX is -1. See, it is not tending to -1 but it is -1. So അപ്പോൾ GIVX -1 ആണെങ്കിൽ GIVX not equal to 0. GIVX is equal to -1 means GIVX is equal to -1 means GIVX is not equal to 0. GIVX not equal to. ഇന്ന് നോക്കിയേ, GIVX നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ആരാ? സൈൻ GIVX ഡിവൈഡഡ് ബൈ. അപ്പോൾ ഇവിടെ നമ്മൾ സൈൻ GIVX ബൈ GIVX എന്ന് എഴുതും. ഒന്നോടെ നോക്കിയേ, ഇവിടെ എക്സ് ടെൻസ് ടു 0 മൈനസ്. ഉടനെ ഇവിടെ നോക്കി, എക്സ് ടെൻസ് ടു 0 മൈനസ് ആണെങ്കിൽ GIVX -1. ഉടനെ നമ്മൾ പറഞ്ഞു GIVX -1 ആണെങ്കിൽ GIVX നോട്ട് ഈക്വൽ ടു 0. GIVX നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ സൈൻ GIVX ബൈ GIVX. ഒരിക്കൽ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് 0 മൈനസിൽ GIVX -1. GIVX -1. So it is sin -1 divided by -1. And sin -1 is minus sin 1 by -1. So it is equal to sin 1. So the right hand limit turns out to be not equal to the left hand limit. And if the right limit and left limit are not equal, we say the limit
DNE. Right hand limit not equal to left hand limit means the limit DNE. What is the meaning? DNE does not exist. DNE means does not exist. So in this question the limit does not exist. DNE. The limit of the function does not exist because റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും രണ്ടെടുത്തോട്ടാണ് പോകുന്നത്. റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും നമ്മുടെ ഫംഗ്ഷൻ രണ്ടെടുത്തേക്കാണ് പോകുന്നത്. റൈറ്റിൽ നിന്ന് 0യും ലെഫ്റ്റിൽ നിന്ന് sin 1. പക്ഷേ രണ്ടുപേരും ഫൈനൈറ്റാണ്, നോട്ട് ഈക്വൽ. ഇനി കണ്ടിന്യൂറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ പറയും ഇതാണ് ജം ഡിസ്കണ്ടിന്യൂറ്റി. റൈറ്റിൽ നിന്ന് നമ്മുടെ ഫംഗ്ഷൻ 0യിലെത്തും, ലെഫ്റ്റിൽ നിന്ന് നമ്മുടെ ഫംഗ്ഷൻ sin 1. സോ ദർ ഇസ് എ ജം. So that is called the gem discontinuity at x equal to 0 if that is converted into a question of continuity. So the correct answer there is option 4 is the correct answer. Now it's the turn of question number 7. F of x is equal to 1 minus cos 1 minus cos x by 2 divided by 2 raised to m into x raised to n, where m and n are integers. Limit x tends to 0, f of x is 1. Then the value of n minus m by 2. Given limit x tends to 0, f of x is 1. Therefore, limit x tends to 0, 1 minus cos 1 minus cos x by 2 divided by 2 raised to m into x raised to n, 2 raised to m into x raised to n is equal to 1. ഈ ലിമിറ്റ് 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ സ്റ്റാർ റിസൾട്ട്. ആൻഡ് വാട്ട്സ് എ സ്റ്റാർ റിസൾട്ട് ഇൻ ലിമിറ്റ്? അല്പം മുമ്പ് ഞാൻ പറഞ്ഞതാണ്, വെൻ എക്സ് ടെൻസ് ടു 0, 1 മൈനസ് കോസ് എക്സ് ഈസ് ഹാഫ് ഇൻറ്റു കോസിൻ്റെ ആംഗിളിൻ്റെ സ്ക്വയർ. ഇത്ര നോക്കിയാൽ മതി. കോസിൻ്റെ ആംഗിൾ 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നതെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് കോസ് എക്സ് ഹാഫ് ഇൻറ്റു കോസിൻ്റെ ആംഗിളിൻ്റെ സ്ക്വയർ. ഇവിടെ നോക്കിയാൽ കോസിൻ്റെ ആംഗിൾ ആരാ? കോസിൻ്റെ ആംഗിൾ ഇതാ. കോസിൻ്റെ ആംഗിൾ ഇതാ. ഈ സാധനം 0യിലോട്ട് ടെൻഡ് ചെയ്യുമെന്ന് നോക്കിയാൽ മതി. എക്സ് 0 ആണെങ്കിൽ കോസ് 0 1 1 മൈനസ് 1 0. അപ്പോൾ ഇത് 0യിലേക്ക് ടെൻഡ് ചെയ്യും. സോ ദ ന്യൂമറേറ്റർ ഈസ് 1/2 ഇൻറ്റു കോസിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 1 മൈനസ് കോസ് എക്സ് ബൈ 2 അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 2 റേസ് ടു എമ്മും എക്സ് റേസ് ടു എന്നും ഉണ്ട് ഈക്വൽ ടു 1. കോസിൻ്റെ ആംഗിൾ, കോസ് കഴിഞ്ഞുള്ളത് എന്താ? അതാണ് ആംഗിൾ. സോ ഇറ്റ് ഈസ് 1 മൈനസ് കോസ് എക്സ് ബൈ 2. ആൻഡ് ദിസ് ഈസ് അഗെയിൻ ഇൻ ദാറ്റ് ഫോം. This is again in that form 1 minus cos x by 2. ഇവിടെ നോക്കിയാൽ കോസിൻ്റെ ആംഗിൾ ആരാ? ഇവിടെ കോസിൻ്റെ ആംഗിൾ എക്സ് ബൈ 2 ആണ്. കോസിൻ്റെ ആംഗിൾ എക്സ് ബൈ 2. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1 മൈനസ് കോസ് എന്ന് പറയുന്നത് 1/2 ഇൻറ്റു കോസിൻ്റെ ആംഗിളിൻ്റെ സ്ക്വയർ. അപ്പോൾ എത്ര വരും? എക്സ് സ്ക്വയർ ബൈ 2 സ്ക്വയർ. പക്ഷേ അതൊരു ഹോൾ സ്ക്വയറിനകത്താണ്. ഇതൊരു ഹോൾ സ്ക്വയറിനകത്താണ്. 1 മൈനസ് കോസ് എക്സ് ബൈ 2 ആണ്, ഹാഫ് ഇൻറ്റു കോസിൻ്റെ ആംഗിളിൻ്റെ സ്ക്വയർ. പക്ഷെ അതൊരു ഹോൾ സ്ക്വയറിൻ്റെ അകത്താണ്. ഡിനോമിനേറ്ററിൽ 2 റൈസ് ടു എമ്മും ഉണ്ട്, എക്സ് റൈസ് ടു എന്നും ഉണ്ട്. ആൻഡ് ദറ്റ് ഈസ് ഈക്വൽ ടു 1. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം 1/2 സ്ക്വയർ വരും. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം എക്സ് റൈസ് ടു 4/2 റൈസ് ടു 4 വരും. into 1/2 raised to m into x raised to n is 1. അപ്പോൾ ഇനി ന്യൂമറേറ്ററിൽ എക്സ് റൈസ് ടു 4 മാത്രമേ ഉള്ളൂ. ന്യൂമറേറ്ററിൽ നമുക്ക് എക്സ് റൈസ് ടു 4 മാത്രമേ ഉള്ളൂ. ഡിനോമിനേറ്ററിൽ 2 സ്ക്വയർ 2 റൈസ് ടു 4 2 റൈസ് ടു m എത്ര വരും? 2 റൈസ് ടു m പ്ലസ് 7. 2 പ്ലസ് 1 3 3 പ്ലസ് 4 7 7 പ്ലസ് m into x റൈസ് ടു m ഈസ് ഈക്വൽ ടു 1. ഇനി നമുക്കറിയാം റൈറ്റ് സൈഡ് 1 ആണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്താ? അത് ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും മാത്തമാറ്റിക്സിലാണെങ്കിലും നമുക്കൊരു കോമൺ മെത്തേഡ് ഉണ്ട്. അത് ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട്. ആ മെത്തേഡും പ്രാക്ടീസ് ചെയ്തോണം. ആ മെത്തേഡിൻ്റെ പേരെന്തായിരുന്നു? കോമൺ സെൻസ് മെത്തേഡ്.
അപ്പോൾ എവിടെയാണെങ്കിലും ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണെങ്കിലും കോമൺ സെൻസ് മെത്തേഡ് പ്ലേസ് എ വെരി ക്രൂഷ്യൽ റോൾ ഇൻ ഗെറ്റിംഗ് ദി ആൻസേഴ്സ്. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് കോമൺ സെൻസ് മെത്തേഡ് റൈറ്റ് സൈഡ് 1 ആകണമെങ്കിൽ എന്ത് സംഭവിച്ചേ മതിയാവും? റൈറ്റ് സൈഡ് 1 ആകണമെങ്കിൽ എന്നിൻ്റെ എമ്മിൻ്റെ എക്സ് റൈസ് ടു എൻ അല്ലായിരുന്നു, ദറ്റ് ഈസ് എക്സ് റൈസ് ടു എൻ, ദിസ് ഈസ് എക്സ് റൈസ് ടു എൻ, എക്സ് റൈസ് ടു എൻ. ഇനി റൈറ്റ് സൈഡ് 1 ആകണമെങ്കിൽ ഈ എന്നിൻ്റെ വാല്യൂ 4 ആയേ പറ്റുള്ളൂ, n 4 ആയേ പറ്റുള്ളൂ. ഇനി ഈ സാധനം 1 ആകണമെങ്കിൽ, ഇത് 1 ആകണമെങ്കിൽ m+7 0 ആണ്. ഇത് 1 ആകണമെങ്കിൽ എന്ത് സംഭവിക്കണം? m+7 0 ആണ്. m+7 0 ആണെങ്കിൽ 2⁻0 1 കിട്ടും. n 4 ആണെങ്കിൽ ഇത് 1 കിട്ടും. സോ ദി ആൻസർ ഈസ് 1. സോ വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് n ആൻഡ് m? n ഈസ് ഈക്വൽ ടു 4, m+7 ഈസ് 0. m+7 ഈസ് 0 മീൻസ് m ഈസ് ഈക്വൽ ടു -7. സോ അപ്പോൾ നമുക്ക് 2 വാല്യൂ. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് n minus m? n minus m is equal to 4 minus -7 and that is 11. അപ്പോൾ നോക്കിയാൽ നമ്മുടെ സ്റ്റാർ റിസൾട്ടാണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് ആൻസർ തരുന്നത്. അതേസമയം ഇവിടെ നമുക്ക് ആഘോഷപൂർവമായ മെത്തേഡ്സ് ഉണ്ട്. ഏതാ? 1 - cosനെ 2 sin² ഒക്കെ എഴുതി ആഘോഷപൂർവ്വം ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് സമയമെടുക്കും. അപ്പോൾ ആൻസർ മാത്രമേ കിട്ടുള്ളൂ. നല്ല NIT-യിലോ IIT-യിലോ ഒന്നും അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ ആൻസർ അല്ല നമുക്ക് പ്രധാനം, അഡ്മിഷനാണ് പ്രധാനം. അപ്പോൾ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ചില മെത്തേഡ്സ് ഉപയോഗിച്ചേ പറ്റുള്ളൂ, പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. സോ വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് n minus m by 2. സോ ഇറ്റ് ഈസ് 11/2 and 11/2 is 5.5. So the question is n minus m നമുക്ക് 11 കിട്ടി. So it is n minus m by 2. So that is 11/2. Now we have question number 7. Alpha x e raised to x minus beta log 1 plus x. There is a correction. Please correct it as beta log 1 plus x. Beta log 1 plus x. Beta log 1 plus x. And alpha x square e raised to minus x divided by x sin square x. Then the question is, adu ezhudanam, then alpha plus beta plus gamma, then alpha plus beta plus gamma equal to, അത്രയും കൂടെ എഴുതിയാണ്. എവിടെ ഉണ്ടായിരുന്നത് വിട്ടുപോയതാണ്. ആൻഡ് ഇത് x ആണ്. then alpha plus beta plus gamma equal to. So we are given limit x tends to 0, alpha x e raised to x minus beta log 1 plus x plus gamma x square e raised to minus x divided by denominator ഞാൻ x cube എന്ന് എഴുതും. സമ്മതിക്കുമോ? യെസ്. എന്തുകൊണ്ടാണ്? when x tends to 0 sin square x is x square. So x into sin square x is x cube and that is given to be 10. This limit is given to be 10. This limit is given to be 10. According to the question, this limit is equal to 10. എന്തുകൊണ്ട്? Since x tends to 0, sin x is x. Therefore, sin square x is sin x is x. Therefore, sin square x is equal to x square. When x tends to 0, sin square is x square. അപ്പം ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ. സോ ദറ്റ് ഈസ് എക്സ് ക്യൂബ്. അപ്പോൾ ഇപ്പോൾ മെത്തേഡ് പിടികിട്ടി. ഏത് മെത്തേഡാണ് വേണ്ടത്? വി ഹാവ് ദ സീരീസ് എക്സ്പാൻഷൻ മെത്തേഡ്. എവിടം വരെയുള്ള ടൈംസ് എഴുതണം? ഡിനോമിനേറ്ററിൻ്റെ അതേ പവർ വരും. ഡിനോമിനേറ്റർ ഈസ് എക്സ് ക്യൂബ്. അപ്പോൾ എക്സ് ക്യൂബ് കിട്ടുന്നോടം വരെയുള്ള ടൈംസ് എഴുതിയാൽ മതി. സോ ഇറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ആൽഫ എക്സ് ഇ റൈസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ എഴുതണ്ട, പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ ഈസ് 2. ഇത്രയും ടൈംസ് മതിയോ? യെസ്, അത്രയും മതി എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം. കാരണം ഇവിടെ പുറത്തൊരു എക്സ് ഉണ്ട്. പുറത്തൊരു എക്സ് ഉള്ളപ്പോൾ ഇത് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എക്സ് ക്യൂബായി. എക്സ് ക്യൂബ് വരെയുള്ള ടൈം മതി. ബാക്കി പ്ലസ് എക്സ് എക്സ്ട്രാ വന്നിട്ട് സമയം കളഞ്ഞേക്കരുത്. അപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തിക്കുകയാണ്. മൈനസ് ബീറ്റ ലോഗ് 1 പ്ലസ് എക്സ്. And what is expansion of log 1 plus x?
x minus x square by 2 plus x cube by 3. Log 1 plus x is x minus x square by 2 plus x cube by 3. ഇതാണ് ലോഗ്. ലോഗ് 1 മൈനസ് എക്സ് ആണെങ്കിൽ എല്ലാ ടൈമും നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ എക്സ് ക്യൂബ് ഡിനോമിനേറ്ററിൻ്റെ പവർ കിട്ടി. പ്ലസ് ഗാമ എക്സ് സ്ക്വയർ ഇ റൈസ് ടു മൈനസ് എക്സ് 1 മൈനസ് എക്സ് അത്രയും മതിയോ? 1 മൈനസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ മതി, കാരണം പുറത്തൊരു എക്സ് സ്ക്വയർ ഉണ്ട്. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എക്സ് ക്യൂബായി. അപ്പോൾ എക്സ് ക്യൂബ് വരെയുള്ള ടൈം കിട്ടി. ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് ഈക്വൽ ടു 10. അപ്പം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നു എന്നതിലല്ല, അത് എങ്ങനെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതിലും കൂടെ കാര്യമുണ്ട്. ആവശ്യമില്ലാത്ത, ഞാൻ നമ്മൾ പറഞ്ഞ ആവശ്യമുള്ളത് മുഴുവൻ എഴുതാൻ നമുക്ക് നേരം കിട്ടത്തില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത ഒരു സാധനവും നമ്മൾ എഴുതിയേക്കരുത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 10. ഇനി നോക്കിക്കേ, നമ്മുടെ സ്ട്രാറ്റജി എന്താ? കോൺസ്റ്റൻറ്റ് ടൈംസ് ഗ്രൂപ്പ് ചെയ്യും, എക്സിൻ്റെ ടൈംസ് ഗ്രൂപ്പ് ചെയ്യും, എക്സ് സ്ക്വയറിൻ്റെ ടൈംസ് ഗ്രൂപ്പ് ചെയ്യും, എക്സ് ക്യൂബ് വരെ മാക്സിമം ഉള്ളൂ. അപ്പോൾ ആദ്യം കോൺസ്റ്റൻറ്റ്. ഇവിടെ കോൺസ്റ്റൻ്റ് ഇല്ല, ഇവിടെയും കോൺസ്റ്റൻ്റ് ഇല്ല, ഇവിടെയും. അപ്പം കോൺസ്റ്റൻ്റ് ടൈം ഇല്ല. അപ്പം ഇനി എക്സിൻ്റെ കോയഫിഷ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ഇവിടെ ഒരു ആൽഫ ഉണ്ട്, ഇവിടെ മൈനസ് ബീറ്റ ഉണ്ട്. അവസാനത്തെ ടൈമിൽ എക്സിന് കോയഫിഷ്യൻ്റ് ഇല്ല. അപ്പോൾ ഇത്രയും എക്സ് ബൈ എക്സ് ക്യൂബ്. ഇനി എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് ഇവിടെ ആൽഫ എക്സ് സ്ക്വയർ. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ മൈനസ് പ്ലസ് ബീറ്റ ബൈ 2. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ ഗാമ. ഇത്രയും എക്സ് സ്ക്വയർ ദാറ്റ് ബൈ എക്സ് ക്യൂബ്. ഇനി എക്സ് ക്യൂബിൻ്റെ കോയഫിഷ്യൻ. ഇവിടെ എക്സ് ക്യൂബിൻ്റെ കോയഫിഷ്യൻ എന്ന് പറയുന്നത് ആൽഫ ബൈ 2. ഇവിടെ എക്സ് ക്യൂബിൻ്റെ കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത് മൈനസ് ബീറ്റ ബൈ 3. ഇവിടെ എക്സ് ക്യൂബിൻ്റെ കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത് മൈനസ് ഗാമായ. ഇവിടെ മൈനസ് ബീറ്റ ബൈ 3, ഇവിടെ മൈനസ്. ഇത്രയും എക്സ് ക്യൂബ് ഉണ്ട്. ദാറ്റ് ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് ഈക്വൽ ടു 10. നേരത്തെ ഒരു പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടല്ലോ. വേറെ ഒന്നും നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും, ഈ സെക്ഷനിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും സീരീസ് എക്സ്പാൻഷൻ മെത്തേഡ് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം. എന്താണ് അവിടെ പറഞ്ഞ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്? ഡിനോമിനേറ്ററിൻ്റെ അതേ ഡിഗ്രിയോടുകൂടി ന്യൂമറേറ്ററിൽ വരുന്ന ടേമിൻ്റെ കോയഫിഷ്യൻ്റ് എപ്പോഴും ലിമിറ്റ് ആയിരിക്കും. ഡിനോമിനേറ്റർ എക്സ് ക്യൂബ്, ന്യൂമറേറ്റർ എക്സ് ക്യൂബ്. അപ്പോൾ അതിൻ്റെ കോയഫിഷ്യൻ്റ് ഈ സാധനം എപ്പോഴും ലിമിറ്റ് ആയിരിക്കും. ആൻഡ് ലിമിറ്റ് നമുക്ക് 10 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 10 ആയിരിക്കും. ഇനി നോക്കിയാൽ ആദ്യത്തെ 2 ടേമിൽ എക്സ് ഇത് എക്സ് സ്ക്വയർ ആവും, ഇത് എക്സ് ആവും. ആദ്യത്തെ 2 ടേമിൽ എക്സ് ഡിനോമിനേറ്റർ. അപ്പോൾ നമ്മൾ എഴുതും ആൽഫ മൈനസ് ബീറ്റ ബൈ 0 പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 പ്ലസ് ഗാമ ബൈ 0 പ്ലസ് this is independent of a variable, so that turns out to be the limit alpha by 2 minus beta by 3 minus gamma equal to 10. നമ്മുടെ റിസൾട്ട് ഉള്ളതെന്നോട് പറഞ്ഞേ. When denominator is 0 and limit is finite, the numerators of the corresponding terms are equal to 0. And the limit is the coefficient of the term whose degree is the same as the degree of the denominator, or the limit is the term which is independent of the variable. So these two terms, the denominators are 0. So the numerator, the corresponding numerators can be equated to 0. So alpha minus beta is 0. So beta is equal to alpha, and that is equation 1. And alpha plus beta by 2 plus gamma equal to 0. Multiplying with 2. 2 alpha plus beta plus 2 gamma equal to 0, equation 2. And alpha by 2 minus beta by 3 minus gamma, and ഇത് ആരായിരിക്കും നമ്മൾ പറഞ്ഞത്? That is limit, and limit is equal to 10. എല്ലാവരെയും ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. That is 3 alpha minus 2 beta minus 6 gamma equal to 10നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60. That is equation 3. So there are 3 equations 1, 2, 3. ഇത് മൂന്നും കൂടെ നമുക്ക് സോൾവ് ചെയ്യാം. And from equation 1 beta equal to alpha,
If that is substituted here, beta is the same as alpha. So this will become 3 beta. So put beta is equal to alpha. Put beta equal to alpha in 2 and 3. In 2 and 3. So ഇവിടെ alpha എന്ന് കൊടുത്തു കഴിയുമ്പോൾ അത് 2 alpha plus alpha 3 alpha. 3 alpha plus 2 gamma is equal to 0. ഇവിടെ ബീറ്റയ്ക്ക് പകരം ആൽഫ എന്ന് കൊടുത്തെങ്കിൽ 3 alpha minus alpha 2 alpha minus 6 gamma is equal to 60. Minus 6 gamma equal to 60. നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാമല്ലോ. Therefore alpha is equal to 0 minus 120. 0 minus 120 by minus 18 minus 2. Minus 18 minus 18. So the first equation is 2 alpha plus gamma. So 2 alpha plus beta plus 2 gamma is equal to 0. And this is 3 alpha minus 2 alpha, and that is alpha. This is only alpha. If you put beta is equal to alpha, 3 alpha minus 2 alpha is alpha. So this is only alpha. Alpha. So it is 18 minus 2. So it is 120 minus 18 minus 2. Minus 18 minus 2. So it is 120 divided by 20, and that is equal to 6. And if alpha is equal to 6, alpha and beta are equal. Alpha is equal to 6 means beta is also 6. Alpha is equal to 6. Alpha is equal to 6 means beta is also equal to 6. And if alpha is equal to 6, beta 6, it is 54, and 6 gamma minus 6 gamma is 54, so gamma is equal to minus 9. So we get all the values of alpha and beta. So the question is, what is alpha plus beta plus gamma? So it is 6 plus 6 minus 9, and that is equal to 3. 6 plus 6 minus 9, and that is 3. And ഇവിടെ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്ത മെത്തേഡും കൂടെ ശ്രദ്ധിച്ചോണം. ഇറ്റ് ഈസ് 120 0 minus 120 divided by minus 18 minus 2. ഏത് മെത്തേഡാണ് അത്? If we have two equations like this, a11 x1 plus a12 x2 equal to b1, a21 x1 plus a22 x2 equal to b2. So the value of x1 is equal to b1 a22 minus b2 a12 divided by a11 a22 minus a12 a21. ഇതാണ് നമ്മൾ ഉപയോഗിച്ച മെത്തേഡ്. x1 is equal to b1 a22 minus b2 a12. ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ. b1 a22 minus b2 a12. നോക്കിയേ, 0 into minus 6 minus 2 into 120, 2 into 60 minus 120 divided by a11 a22 minus a12 a22. a11 a22 minus a12 a21. a11 a22 minus 18 minus a12 a21 minus 2. അപ്പം ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ഇക്വേഷൻ സോൾവ് ചെയ്യാം. കോയഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യാനോ ആഡ് ചെയ്യാനോ ഒന്നും പോകണ്ട. ആൻഡ് ഐ ഹോപ്പ് ഓൾ ഓഫ് യു റിമെമ്പർ ദ നെയിം ഓഫ് ദിസ് മെത്തേഡ്. ഈ മെത്തേഡിൻ്റെ പേരെന്താ? ഇറ്റ് ഈസ് നോൺ ആസ് ദ ക്രാമേഴ്സ് റൂൾ. അല്ലേ, നമ്മൾ മെട്രിക്സ് പഠിച്ച. പക്ഷേ ക്രാമേഴ്സ് റൂൾ കണ്ടുപിടിച്ചത് ആക്ച്വലി ക്രാമർ അല്ലെന്ന് മാത്രം. അങ്ങനെ അത് മോഷ്ടിച്ചതാണ്. ക്രാമേഴ്സ് റൂൾ കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചാൽ ക്രാമറാന്ന് പറഞ്ഞേക്കരുത്. ബട്ട് ഡ്യൂ ടു ഹിസ്റ്റോറിക്കൽ എറർ സ്റ്റിൽ ഇറ്റ് ഈസ് നോൺ ആസ് ക്രാമേഴ്സ് റൂൾ. പക്ഷേ അങ്ങനെയല്ല അത് കണ്ടുപിടിച്ചത് എന്നുള്ളത് ഓർത്തോണം. സോ വി ഹാവ് ദി ആൻസർ. ഇറ്റ് ഈസ് ഈക്വൽ ടു 3 ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈസ് ഈക്വൽ ടു 3, വിച്ച് ഈസ് ഗിവൺ ഇൻ ഓപ്ഷൻ 1. So in question number 7, option 1 is the correct answer. In question number 7, option 1 is the correct answer. Now it's the turn of question number 8. It's a question from differentiation.
x plus cos theta is equal to sec theta. Y plus cos raised to 8 theta is sec raised to 8 theta. So we have x is equal to sec theta minus cos theta. Sec theta minus cos theta. And y is equal to sec raised to 8 theta minus cos raised to 8 theta. And theta is known as parameter. Theta is a parameter. Theta is called the parameter. And in parametric differentiation, you know, dy by dx is dy by d theta divided by dx by d theta. അപ്പോൾ നമ്മൾ ആദ്യം dx by d theta-യും dy by d theta-യും കാണും. dx by d theta. The derivative of sec theta is sec theta tan theta. And the derivative of minus cos theta is plus sin theta. നമുക്കൊരു tan theta outside എടുക്കാം. So it is tan theta into sec theta. Sin theta യിൽ നിന്ന് tan theta എടുത്തപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? cos theta. Sin theta by tan theta is cos theta. അപ്പോൾ dy by dx കിട്ടി. dx by d theta. ഇനി dy by d theta. dy by d theta. What's the derivative of sec raised to 8 theta? 8 into sec raised to 7 theta into derivative of sec theta is sec theta tan theta. Minus the derivative of cos raised to 8 theta is 8 into cos raised to 7 theta into cos theta derivative minus അപ്പോൾ ഇത് പ്ലസ് ആയിക്കോളും sin theta. നമുക്കൊരു 8 tan theta പുറത്തെടുക്കാം. dy by dx is equal to, and the parametric derivative is dy by d theta divided by dx by d theta, and that is equal to dy by d theta. ഇത് dy by d theta. ഇതിൽ നമ്മളൊരു 8 tan theta പുറത്തെടുത്തു. 8 tan theta പുറത്തെടുത്തു. 8 tan theta പുറത്തെടുത്തപ്പം നമുക്ക് എന്ത് വരും? ഇവിടെ sec raised to 8 theta വരും. 8 tan theta പുറത്തെടുത്തു. അപ്പോൾ ഇവിടെ sec raised to 8 theta വരും. sec raised to 8 theta. ഇവിടെ നമ്മൾ 8 tan theta ആണ് പുറത്തെടുത്തത്. അപ്പോൾ sin theta by tan theta cos theta വരും. cos raised to 7 into cos is cos raised to 8 theta. cos raised to 8 theta. അപ്പോൾ 8 tan theta പുറത്തെടുത്തു. സോ dy by d theta is 8 into tan theta into sec raised to 8 theta plus cos raised to 8 theta divided by dx by d theta, that is tan theta into sec theta plus cos theta. sec theta plus cos theta. അപ്പോൾ നമ്മുടെ tan theta കട്ട് ചെയ്തു പോയി. ഇനി ക്വസ്റ്റ്യൻ നോക്കിയാൽ it is something connected with dy by dx whole square. The question is based on dy by dx whole square. അപ്പോൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു. dy by dx whole square. dy by dx whole square is the square of 8 is 64 into sec raised to 8 theta plus cos raised to 8 theta whole square divided by sec theta plus cos theta whole square. അപ്പോൾ ഇതാണ് dy by dx whole square. where നമ്മുടെ x ആരായിരുന്നു? our x is sec theta minus cos theta and y is sec raised to 8 theta minus cos raised to 8 theta. അപ്പോൾ നമുക്ക് dy by dx whole square കിട്ടി. where x is sec theta minus cos theta and y is sec raised to 8 theta minus cos raised to 8 theta. ഇനി ഓപ്ഷൻ ഒന്നുകൂടെ നോക്കിക്കേ. നമുക്ക് dy by dx whole squareനെ ബേസ് ചെയ്തൊരു റിലേഷനാണ്. പക്ഷേ അതിനകത്ത് തീറ്റ ഇല്ല. The parameter has been eliminated. So we have to eliminate the parameter to convert it in terms of x and y. ആൻസറിൻ്റെ അകത്ത് എക്സും വൈയും മാത്രമേ ഉള്ളൂ. തീറ്റ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിയേ,
ഇത് sec theta sec raised to 8 theta plus cos raised to 8 theta whole square. ഇവിടെ y ഉണ്ട്. sec raised to 8 theta minus cos raised to 8 theta. ഇവിടെ sec theta plus cos theta whole square ഉണ്ട്. ഇവിടെ sec theta minus cos theta ഉണ്ട്. കണക്ഷൻ കിട്ടിയോ? എന്താ ഇവർ തമ്മിലുള്ള കണക്ഷൻ? ഇത് എ പ്ലസ് ബി ഇത് എ മൈനസ് ബി. ഇത് നോക്കിയാൽ ഇത് എ പ്ലസ് ബി ഇത് എ മൈനസ് ബി. അപ്പോൾ എക്സും വൈയിലോട്ട് കൺവേർട്ട് ചെയ്യണേൽ ഈ എ പ്ലസ് ബി മാറി എ മൈനസ് ബി വരണം. ആൻഡ് വാട്ട്സ് എ റിലേഷൻ ദറ്റ് കൺവേർട്ട്സ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇൻറ്റു എ മൈനസ് ബി ഹോൾ സ്ക്വയർ? All of you know that a plus b whole square minus 4ab is a minus b whole square. Unfortunately, ab is 1. What is a here? Sec raised to 8 theta. And what is b? Cos raised to 8 theta. So ab is 1. Here also ab is 1. അപ്പോൾ 4ab ക്ക് പകരം 4 സബ്ട്രാക്ട് ചെയ്താൽ മതി, സിൻസ് ab is 1. So this is equal to dy by dx whole square is equal to 64 into sec raised to 8 theta plus cos raised to 8 theta whole square a plus b whole square minus 4ab. 4ab ക്ക് പകരം 4 സബ്ട്രാക്ട് ചെയ്താൽ മതി. 4 സബ്ട്രാക്ട് ചെയ്താൽ ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി 4 ആഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ sec raised to 8 sec theta plus cos theta whole square a plus b whole square minus 4ab. Fortunately ab is 1. 4 സബ്ട്രാക്ട് ചെയ്താൽ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി 4 ആഡ് ചെയ്യണം. ഇനി നോക്കിയേ, ഇത് ഏത് ഫോമാണ്? ദിസ് ഈസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab. ആൻഡ് ദിസ് ഈസ് ഓൾസോ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab. അപ്പോൾ ഇത് രണ്ടും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab. ആൻഡ് ഓൾ ഓഫ് യു നോ ദാറ്റ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab ഈസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇറ്റ് ഈസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab ഈസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab. അപ്പോൾ ഇത് sec raised to 8 theta മൈനസ് cos raised to 8 theta ഹോൾ സ്ക്വയർ ആണ്. Therefore dy by dx whole square is equal to 64 into sec raised to 8 theta sec raised to 8 theta minus cos raised to 8 theta whole square a minus b whole square പ്ലസ് ഒരു 4 ഉണ്ട്, പ്ലസ് 4. ഇത് sec theta minus cos theta whole square ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് sec theta minus cos theta whole square പ്ലസ് ഒരു 4 കൂടെ ഉണ്ട്, പ്ലസ് 4. ഇനി നോക്കിയാൽ sec raised to 8 theta minus cos raised to 8 theta is y. So it is 64 into y square plus 4 divided by ഡിനോമിനേറ്ററിൽ ഈ സാധനം എക്സാ, sec theta മൈനസ് cos theta എന്ന് പറയുന്നത് എക്സാ. സോ ദാറ്റ് സ്ക്വയർ ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 4. See, we are able to eliminate the parameter and able to convert dy by dx whole square in terms of x and y. Now make cross multiplication, we get the answer. Therefore x square plus 4 divided by y square plus 4 dy by dx whole square is equal to 64. So we get x square plus 4 by y square plus 4 dy by dx whole square is equal to 64. And what is the question? We are asked to find 1/10 of that. അപ്പോൾ ഈ സാധനം നമുക്ക് 64 നേടി, ഇത് നമുക്ക് 64 നേടി. So the answer is 1/10 of 64. So it is 6.4. X square plus 4 by y square plus 4 dy by dx, we got it as 64. So the question is, what is 1/10 of 64, which is 6.4. So we have the correct answer in question number 8, and that is 6.4. Now let's read the next question, question number 9.
AB belongs to R and B not equal to 0 and f of x is equal to A into sin pi by 2 into x minus 1 when x is less than or equal to 0. It is tan 2x minus sin 2x by bx cube when x greater than 0 is continuous at x equal to 0. Then 10 minus AB by 10. 10 minus AB by 10. So, continuous at x equal to 0 means, so if the function is continuous at x equal to 0, continuous at x equal to 0 means f of 0 minus should be equal to f of 0 plus. F of 0 minus means the limit less than 0, left hand limit. F of 0 plus means the right hand limit extends to 0 plus f of x. അപ്പോൾ ആദ്യം നമുക്ക് f of 0 minus കാണാം. f of 0 minus is limit extends to 0. ഇതാണ് 0 minus. Less than 0 is 0 minus. And the function there is a into sin pi by 2 into x minus 1. When you put x equal to 0, it is a into sin pi by 2 into 0 minus 1. And 0 minus 1 is a minus 1. Sin minus pi by 2. And that is minus sin pi by 2. Minus say sin pi by 2. And sin pi by 2 is 1. So the left hand limit is minus. So we get f of 0 minus is minus. Now we find f of 0 plus. The left hand limit is equal to minus. And f of 0 plus. F of 0 plus is equal to limit x tends to 0. What is the function right of x equal to 0? Tan 2x minus sin 2x divided by bx cube. bx cube. Tan 2x minus sin 2x by bx cube. നമ്മളൊരു രഹസ്യം പറഞ്ഞിട്ടുണ്ട് സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് കാണും. ഏതാ? ടാനും സൈനും ഇതുപോലെ അടുത്ത് വന്നാൽ ടാൻ പുറത്തേക്ക് എടുക്കുക. ബ്രാക്കറ്റിനകത്ത് 1 മൈനസ് കോസ് കിട്ടും. സൈൻ ബൈ ടാൻ കോസാണ്. ബ്രാക്കറ്റിനകത്ത് 1 മൈനസ് കോസ് കിട്ടും. 1 മൈനസ് കോസ് നമ്മുടെ സ്റ്റാർ റിസൾട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ടാൻ എക്സിൻ്റെയും സൈൻ എക്സിൻ്റെയും സീരീസ് എക്സ്പാൻഷൻ എഴുതാം. പക്ഷെ അതിലും എളുപ്പം ടാനും സൈനും അങ്ങനത്തെ രഹസ്യങ്ങളൊക്കെ ഓർത്തിരുന്നോണം. ടാനും സൈനും ഇതുപോലെ അടുത്ത് വന്നാൽ ടാൻ പുറത്തേക്ക് എടുക്കുക. സോ ഇറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ടാൻ 2x പുറത്തേക്ക് എടുത്തു. അപ്പം ബ്രാക്കറ്റിനകത്ത് 1 മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ bx ക്യൂബ്. ഇനി നമ്മുടെ ഫേമസ് റിസൾട്ട്. ഇതൊക്കെ ഞാൻ ഓരോ പ്രോബ്ലത്തിനും എഴുതുന്നുണ്ട്, കാരണം ഒരിക്കലും മറന്നേക്കരുത്. വെൻ എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ഈസ് എക്സ്. When x tends to 0, 1 minus cos x is half into x square. ഇന്ന് തന്നെ നമ്മൾ പലതവണ എഴുതി. When x tends to 0, 1 minus cos x is half into x square. So this is equal to limit x tends to 0. When x tends to 0 means 2x tends to 0 and tan 2x is 2x. 1 minus cos x is half into കോസിൻ്റെ ആംഗിൾ 2x, അതിൻ്റെ സ്ക്വയർ 4x സ്ക്വയർ ഡിവൈഡഡ് ബൈ bx ക്യൂബ്. അപ്പം നോക്കിയാൽ എക്സ് ക്യൂബ് കട്ടായിപ്പോയി. ഇവിടെ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഉണ്ട്. ഇവിടെ നമുക്കൊരു എക്സ് സ്ക്വയർ ഉണ്ട്. ഇവിടെ എക്സ് ഉണ്ട്. സോ എക്സ് ക്യൂബ് 2ഉം 2ഉം പോയി. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 4/b. ഇറ്റ് ഈസ് ഈക്വൽ ടു 4/b. ഇതാണ് റൈറ്റ് ഹാൻഡ്. And continuous means f of 0 is minus a. F of 0 minus is minus a. F of 0 plus is 4/b. 4/b. And they are equal. Continuous means f of 0 minus is f of 0 plus. Continuous ആണ് right limit ഉം left limit ഉം equal ആയിരിക്കും. So minus a is 4/b. So we get ab is minus 4. അപ്പോൾ നമുക്ക് എ ബി മൈനസ് 4 എന്ന് കിട്ടി. വി ഗെറ്റ് എ ബി ഈസ് മൈനസ് 4. ആൻഡ് വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് 10 മൈനസ് എ ബി ബൈ 10. ദ ക്വസ്റ്റ്യൻ ഈസ് 10 മൈനസ് എ ബി ബൈ 10. ആൻഡ് എ ബി ഈസ് മൈനസ് 4.
by 10. So it is 14 by 10 and 14 by 10 is equal to 1.4. The question is what is 10 minus AB by 10, and that is 1.4, and 1.4 is given in, and that is a numerical type question. So no options are given. So it's a numerical type question. 10 minus AB by 10 is 1.4. The value of the numerical value is 1.4. Now let's move on to the next question. Y raised to 1 by 4 plus y raised to minus 1 by 4 is equal to 2x. Then x square minus 1 d square y by dx square plus alpha x dy by dx plus beta y is equal to 0. Then modulus of alpha minus beta is equal to. We are asked to find modulus of alpha minus beta. And before actually doing this question, I would like to ask a question. What's the name of this equation? There is an equation, x raised to n plus x raised to minus n, or we have an equation of this form. X raised to 1 by n plus x raised to minus 1 by n is equal to k. What's the name of this equation? X raised to n plus x raised to 1 by n plus x raised to minus n is equal to k. What's the name of this equation? Do you remember that? X raised to 1 by n can be written as 1 by x raised to 1 by n, and that is equal to k. And in left side we can take x raised to 1 by n as LCM. So it is equal to x raised to 1 by n whole square plus 1 is equal to k. On cross multiplying we get x raised to 1 by n whole square plus 1 is equal to k x raised to 1 by n. And that can be written as x raised to 1 by n whole square minus k x raised to 1 by n plus 1 equal to 0. So this can be converted into this form. Now you know that this equation is nothing but a quadratic equation in x raised to 1 by n. This is a quadratic equation in x raised to 1 by n. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് റേസ് ടു 1 by n കിട്ടും. എക്സ് റേസ് ടു 1 by n കിട്ടിയാൽ അതിൻ്റെ എന്ത് പവർ എടുത്താൽ നമുക്ക് എക്സ് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ടൈപ്പ് വരുന്ന ഫങ്ഷൻസ് ഇക്വേഷൻസ് ആൻഡ് ദേ ആർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ച് y raised to 1 by 4 plus y raised to minus 1 by 4 is 2x. And we are asked to find x square minus 1 d square y by dx square plus alpha x dy by dx plus beta y equal to 0. ഇത് കാണുമ്പോഴേ നമ്മൾ പഠിച്ച ഏത് തിയറി ഓർമ്മ വരുന്നുണ്ട്? ദിസ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 1 y2 plus alpha x y1 plus beta y is equal to 0. And ഇത് നമ്മൾ കൃത്യമായിട്ട് തിയറിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള എന്താ? എ റിലേഷൻ കണക്റ്റിംഗ് y1 and y2. And if there is a relation connecting y1 and y2, we have developed a Pala method for solving that. And what is that Pala method? We find y1, square and cross multiply y1, get by the function y, differentiate it once again, divide all times by 2y1. And that is a method that we have developed, so we call it the Pala method. So what is that Pala method? We find the first derivative, square and cross multiply the first derivative, get by the function y, differentiate it once again, divide all times by 2 by 1. But that method can be used only if you are given y.
And in this question y is not given. But you know what is this thing? What is this thing? This is a quadratic equation in y raised to 1 by 4. So on solving this quadratic we get y raised to 1 by 4. And once we get y raised to 1 by 4 by taking the fourth power we get y. Then we follow the 6 steps. So അപ്പോൾ ആദ്യം നമ്മൾ ഇത് സോൾവ് ചെയ്ത് y കണ്ടുപിടിക്കണം. So we have y raised to 1 by 4 plus 1 by y raised to 1 by 4 is equal to 2x. Therefore y raised to 1 by 4 square plus ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വരുമല്ലോ minus 2xy raised to 1 by 4 2xy raised to 1 by 4 plus ഇവിടെ 1 വരും plus 1 equal to 0. y raised to 1 by 4 LCM എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. And this is nothing but a quadratic. It's a quadratic equation in y raised to 1 by 4. So solve it for y raised to 1 by 4. Therefore y raised to 1 by 4 is equal to minus b plus or minus root of b square. B square is 4 minus root of b square is 4 minus 4ac. Root of b square is 4 b square is 4x square. Y raised to 1 by 4 is the variable. So it is a minus b. Minus b means 2x. Minus b means 2x. So it is 2x plus or minus root of b square is 4x square minus 4ac by 2b. അപ്പോൾ നോക്കിയാൽ റൂട്ടിനകത്തൊരു 4 ഉണ്ട്. ഈ 4 പുറത്ത് വരുമ്പോൾ 2 ആകും. അപ്പോൾ 2 എല്ലായിടത്തു നിന്നും കട്ട് ചെയ്ത് പോകും. സോ ഇറ്റ് ഈസ് എക്സ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 minus b plus or minus root of v square minus 4ac by 2b. 4 പുറത്തെടുത്ത് 2 കിട്ടി 2 ക്യാൻസൽ ചെയ്തു. So there are two functions which satisfies this property. One is x plus root of x square minus 1 and the other is x minus root of x minus 1. We take plus first. So let y raised to 1 by 4 is equal to x plus root of x square minus 1. But we want y. So we take fourth power. Taking the fourth power y is equal to x plus root of x square minus 1 whole raised to 4. So now we can use the Pala method. And what are the different steps? We find the first derivative, square and cross multiply the first derivative, get by the functional form y, differentiate it once again, divide all times by 2 by 1. So we first find the derivative y1. It's a raised to 4. So we use the power rule. N into x plus root of x square minus 1 raised to 4 minus 1 3 into derivative of x is 1. Derivative of root is 1 by 2 root x square minus 1 into derivative of x square is 2x. So this 2 get cancelled. So y1 is equal to 4 into x plus root of x square minus 1 whole cube into 1 ഇവിടെ നമുക്ക് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 LCM എടുക്കാം. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 LCM എടുത്താൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് എക്സ് ആണ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് എക്സ് ആണ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ്. Now look here. Here we have x plus root of x square minus 1 whole cube. Here we have x plus root of x square minus 1. And if we multiply these two terms, ഈ രണ്ട് ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഈ രണ്ട് ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ a raised to m into a raised to m, a raised to m plus n. Therefore y1 is equal to 4 into x plus root of x square minus 1 whole raised to 4 divided by root of x square minus 1. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ റൈസ് ടു 4 എന്ന് പറയുന്നത് നമ്മുടെ y ആണ്. സോ വി ആർ ഏബിൾ ടു ഗെറ്റ് ബൈ ദ ഫങ്ഷണൽ ഫോം y. ദിസ് ഈസ് y. എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 റൈസ് ടു 4 എന്ന് പറയുന്നത് y ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു
4y by root of x square minus 1. പക്ഷേ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് സ്ക്വയറിങ് ആൻഡ് ക്രോസ് മൾട്ടിപ്ലൈ ആണ്, അത് നമ്മൾ ചെയ്തിട്ടില്ല. സോ സ്ക്വയറിങ് ആൻഡ് ക്രോസ് മൾട്ടിപ്ലൈങ് y1 square into x square minus 1 in the square, squaring and cross multiply is 16y square. So we have completed the first three steps. What are they? We find the first derivative, squaring and cross multiplying, get by the functional form y. And what is the fourth step? Differentiate it once again with respect to x. So it's a well defined protocol. So differentiating once again with respect to x. The left side is a product. This is the first function. This is the second function. So the first function into derivative of second function 2x plus second function x square minus 1 into derivative of y1 square is 2y1 y2. There we use the power rule. N into function raised to n minus 1 into derivative of the function. So it is 2y1 y2. So first function into derivative of second plus second function into derivative of first is equal to, the derivative of 16y square is equal to 2y y1. There also we are using the power rule. The derivative of y square is 2y y1. And what is the last step? We divide every term by 2 by 1. Dividing all terms by 2 by 1. So it is equal to x y1 plus x square minus 1 by 2 is equal to 16y, dividing all terms by 2 by 1. And xy1 into x square minus 1 by 2, x square minus 1 by 2, and bringing all terms to the same side. So it is x square minus 1 by 2 plus xy1 minus 16y equal to 0. But y2 is d square y by dx square. Therefore, x square minus 1 d square y by dx square plus x into dy by dx minus 16y equal to 0. And that's a relationship connecting y, y1 and y2, and for which there are 5 steps. അതൊന്നും മറക്കാതിരിക്കുക. We find the first derivative, squaring and cross multiplying the first derivative, get by the function y, differentiate it once again, divide all terms by 2 by 1. And now compare it with the given information. Given, look at the question. Given x square minus 1 d square y by dx square plus x into alpha x into dy by dx plus beta y is equal to 0. So that we can get the values of alpha and beta. So alpha is 1, beta is minus 60. On comparing we get alpha is equal to 1 and beta is equal to minus 60. Therefore, alpha is 1, beta is minus 60. And the question is, what's modulus of alpha minus beta? Therefore, modulus of alpha minus beta is modulus of 1 minus minus 60. So it is equal to 17. So we get modulus of alpha minus beta is equal to 17, and that also is a numerical type question. So we have the right answer. Then modulus of alpha minus beta is equal to 17. It is equal to 17. And that is question number 10. Now let's move on to question number 11. This is question number 11. When mod x less than 1, d by dx of x plus x cube by 3 plus x raised to 5 by 5 plus etc. Mod x is less than 1. We want to find d by dx of x plus x cube by 3 plus x raised to 5 by 5 plus etc. And it is given that mod x is less than 1. So it is a converging series.
It's a converging series because mod x is less than 1. And this series is, are you familiar with this series? X plus x cube by 3 plus x raised to 5 by 5. അപ്പം ഒറ്റ നോട്ടത്തിൽ ഇത് ആരാന്ന് അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എൻട്രൻസ് എക്സാമിന് അതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുക. ബിക്കോസ് വി നോ ദ ഡെറിവേറ്റീവ് ഓഫ് എ സം ഈസ് സം ഓഫ് ദ ഡെറിവേറ്റീവ്. അപ്പോൾ ഓരോ ടൈമും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈസ് 1. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് ഈസ് 3x square by 3. Plus derivative of x raised to 5 is 5x raised to 4 by 5 plus etc. So it is 1 plus x square plus x raised to 4 plus etc. And it's given that mod x is less than 1, so it is a converging GP. It's a converging GP. The first term is 1, common ratio is x square. And the sum of infinite terms of a converging GP is a by 1 minus. The sum of infinite terms of a converging GP is a by 1 minus. So we can get the answer. So the answer is A is 1 and R is x square. 1 by 1 minus x square. And 1 by 1 minus x square is given in option 2. So option 2 is the correct answer in this question. അപ്പോൾ ഒരു സീരീസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഒറ്റ നോട്ടത്തിൽ അത് ആരാന്ന് മനസ്സിലായില്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ആളെ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് ആരാന്ന് നിങ്ങളുടെ പറഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ. വാട്ട് ഈസ് എക്സ് പ്ലസ് എക്സ് ക്യൂബ്? എക്സ് പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ് റേസ് ടു 5 ബൈ 5 പ്ലസ് എക്സെട്ര. ഏത് സീരീസ് അത്? അതൊക്കെ അറിഞ്ഞിരിക്കണം. ഏതാ? ഹാഫ് ഓഫ് ലോഗ് 1 പ്ലസ് എക്സ് മൈനസ് ലോഗ് 1 മൈനസ് എക്സ്. ഹാഫ് ഓഫ് ലോഗ് 1 പ്ലസ് എക്സ് മൈനസ് ലോഗ് 1 മൈനസ് എക്സ്. ഇറ്റ് ഇസ് ദിസ് സീരീസ്. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിനും വരും ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലും യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. സോ അപ്പോൾ ഒരു സീരീസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഐദർ യു ഡിഫറൻഷ്യേറ്റ് ആൻഡ് ടേക്ക് ദ സം ലൈക്ക് ദിസ്. Either you differentiate and take the sum, or take the sum and differentiate the sum, or take the sum and then differentiate. So in order to differentiate a series, 2 methods are available. Either you take the sum and then differentiate, or differentiate and then take the sum. Differentiate and then take the sum. And we have the next question, question number 12. This is question number 12. F of x is equal to x square into v raised to 2x minus 2 when 0 less than or equal to x less than or equal to 1. It is a into signum x plus 1 into cos 2x minus 2 plus bx square when 1 less than x less than or equal to 2. So we have a piecewise function and there is a splitting at x equal to 1. ആൻഡ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മുടെ ഫംഗ്ഷനിൽ ഒരു സിഗ്നം എക്സ് പ്ലസ് 1 ഉണ്ട്. ഇതാരാന്ന് ആദ്യം നമുക്കൊന്ന് നോക്കണം. ദർ ഇസ് എ സിഗ്നം എക്സ് പ്ലസ് 1 ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സിഗ്നം എക്സ് പ്ലസ് 1. ആൻഡ് ഓൾ ഓഫ് യു നോ ദ ഡെഫിനേഷൻ ഓഫ് സിഗ്നം ഫംഗ്ഷൻ. വാട്ട് ഈസ് സിഗ്നം ഫംഗ്ഷൻ? സിഗ്നം എക്സ് ഈസ് 1 വെൻ എക്സ് ഈസ് പോസിറ്റീവ്, -1 വെൻ എക്സ് ഈസ് നെഗറ്റീവ് ആൻഡ് 0 വെൻ എക്സ് ഈക്വൽ ടു 0. And what is signum f of x? Signum f of x is equal to if there is a function signum f of x. Signum f of x is equal to 1 when f of x is positive, not x positive, and -1 when f of x is negative, and it is 0 when f of x is 0, not x. This is the definition of signum f of x. Signum f of x is 1 not when x greater than 0 but when f of x greater than 0. And it is 0 not when x is 0 but when f of x is 0. So write what is signum x plus 1. Therefore, signum x plus 1 is equal to signum x plus 1 is 1 when x plus 1 greater than 0. That is x is greater than -1, and it is 0 when x plus 1 is 0.
that is x is equal to minus 1. And it is minus 1 when x plus 1 less than 0. That is x is less than minus 1. So in signum x plus 1 there is a splitting at x equal to minus 1. In signum x plus 1 there is a splitting at x equal, this is minus 1. And there is a splitting at x equal to minus 1. When x is greater than minus 1, signum x plus 1 is 1. When x is greater than minus 1, signum x plus 1 is 1. And when x is less than minus 1, signum x plus 1 is minus 1. Signum x plus 1 is minus 1. ഇതാണ് സിഗ്നം ഫംഗ്ഷൻ. മൈനസ് 1-ന് റൈറ്റിൽ സിഗ്നം എക്സ് പ്ലസ് 1 1 ആണ്. മൈനസ് 1-ന് ലെഫ്റ്റിൽ സിഗ്നം എക്സ് പ്ലസ് 1 മൈനസ് 1 ആണ്. അപ്പോൾ സിഗ്നം എക്സ് പ്ലസ് 1-ന് 2 വാല്യൂ ഉള്ളൂ. മൈനസ് 1-ന് റൈറ്റിലാണെങ്കിൽ അത് 1 ആയിരിക്കും, മൈനസ് 1-ൻ്റെ ലെഫ്റ്റിലാണെങ്കിൽ അത് മൈനസ് 1 ആയിരിക്കും. ഇനി നോക്കിയാൽ നമ്മുടെ സിഗ്നം എക്സ് പ്ലസ് 1 എവിടെയാണ്? നമ്മുടെ സിഗ്നം എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് 1 മുതൽ 2 വരെയാണ്. നമ്മുടെ സിഗ്നം എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് 1 മുതൽ 2 വരെയാണ്. 1 മുതൽ 2 വരെ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, 1 മുതൽ 2 വരെ. ഇതാണ് നമ്മുടെ സിഗ്നം എക്സ് പ്ലസ് 1-ൻ്റെ ഡൊമൈൻ, 1 മുതൽ 2 വരെ. നമ്മുടെ സിഗ്നം എക്സ് പ്ലസ് 1 ഇത്ര എടുത്തേ ഉള്ളൂ, 1 മുതൽ 2 വരെ ഇത്ര എടുത്തേ ഉള്ളൂ. ആൻഡ് 1 മുതൽ 2 വരെ സിഗ്നം എക്സ് പ്ലസ് 1-ൻ്റെ വാല്യൂ എത്രയാണ്? മൈനസ് 1-ന് റൈറ്റിലേക്ക്, മൈനസ് 1-ന് റൈറ്റിലേക്ക് ഏത് വാല്യൂ എടുത്താലും സിഗ്നം എക്സ് പ്ലസ് 1 1. അപ്പോൾ 1-നും 2-നും ഇടയ്ക്ക് സിഗ്നം എക്സ് പ്ലസ് 1 1 ആണ്. അപ്പോൾ നോക്കിയേ, ഈ സിഗ്നം എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് 1-നും 2-നും ഇടയ്ക്ക്, 1-നും 2-നും ഇടയ്ക്ക് സിഗ്നം എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇതെടുത്ത് മാറ്റാം, കാരണം ഇതിൻ്റെ വാല്യൂ 1 ആണ്. സോ ദ ഫംഗ്ഷൻ ക്യാൻ ബി റിട്ടൺ ആസ്, therefore f of x can be written as f of x is equal to x square into e raised to 2x minus 2, 0 less than or equal to x less than or equal to 1. And it is say into signum x plus 1 നമ്മളങ്ങ് എടുത്ത് കളയുന്നു, സിഗ്നം എക്സ് പ്ലസ് 1 നമ്മൾ എടുത്ത് കളഞ്ഞു. അപ്പോൾ പിന്നെ എന്തേ ഉള്ളൂ? cos 2x minus 2 plus bx square, a into cos 2x minus 2 plus bx square, plus bx square. എവിടെ മുതൽ എവിടെ വരെയാ? 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1-ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും, ഇത് 1-ൻ്റെ ലെഫ്റ്റ്, ഇത് 1-ൻ്റെ റൈറ്റ്, ദ ഷുഡ് ബി ഈക്വൽ. കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1 മീൻസ് continuous at x equal to 1 means f of 1 minus is equal to f of 1 plus. ഇത് 1-ൻ്റെ ലെഫ്റ്റ്, 1-ൻ്റെ ലെഫ്റ്റ് എന്ന് പറയുന്നതാണ് 1 മൈനസ്, 1-ൻ്റെ റൈറ്റ് എന്ന് പറയുന്നതാണ് 1 പ്ലസ്. അപ്പോൾ എഫ് ഓഫ് 1 മൈനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന് 1 എന്ന് കൊടുക്കണം. 1 സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു 2 മൈനസ് 2 ഈസ് ഈക്വൽ ടു 1-ൻ്റെ റൈറ്റിൽ a into cos 2 minus 2, when you put x equal to 1, cos 2 minus 2 plus b into 1 square, b into 1 square and 1 square into e raised to 2 minus 2, e raised to 0 is 1 is equal to cos 0 is 1, so it is only a plus b. And the question is, what is the value of a plus b? And we get that the value of a plus b is 1. So we get the value of a plus b is 1. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ പോയിന്റിൻ്റെ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലിമിറ്റ്സ് ആർ ഈക്വൽ, സോ ദാറ്റ് വി ക്യാൻ ഗെറ്റ് ദ വാല്യൂ ഓഫ് എ പ്ലസ് ബി. ഇനി ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ റൈറ്റ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഡെറിവേറ്റീവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു പോയിന്റ് ഡിഫറൻഷ്യബിൾ ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ഇക്വേഷൻ കിട്ടും. ഏതൊക്കെയാണ്? ഒന്ന് റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും, പിന്നെ റൈറ്റ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂസ് നമുക്ക് കാണണമെങ്കിൽ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് നിങ്ങൾ തന്നേച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂ, വി ഹാവ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ്, ദ റൈറ്റ് ഡെറിവേറ്റീവ് ഈസ് ഗിവൺ ബൈ ദ ഡെറിവേറ്റീവ് ഓഫ് ദ റൈറ്റ് ബ്രാഞ്ച് ആൻഡ് ദ ലെഫ്റ്റ് ഡെറിവേറ്റീവ് ഈസ് ഗിവൺ ബൈ ദ ഡെറിവേറ്റീവ് ഓഫ് ദ ലെഫ്റ്റ് ബ്രാഞ്ച്. ആൻഡ് റിമെമ്പർ ദാറ്റ് റിസൾട്ട് ഈസ് വാല്യൂഡ് ഓൺലി ഫോർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. If a function is discontinuous at x equal to a,
The right derivative is not the derivative of the right branch. The left derivative is not the derivative of the left branch. There the official definition should be used. Limit h tends to 0, f of a plus h, etc. That relation should be used if it is not continuous. But if continuity is given, ആ ഫോർമുല ഉപയോഗിച്ച് സമയം കളഞ്ഞേക്കരുത്. റൈറ്റ് ഡെറിവേറ്റീവ് ഈസ് ഗിവൺ ബൈ ദ ഡെറിവേറ്റീവ് ഓഫ് ദ റൈറ്റ് ബ്രാഞ്ച് ആൻഡ് ലെഫ്റ്റ് ഡെറിവേറ്റീവ് ഈസ് ഗിവൺ ബൈ ദ ഡെറിവേറ്റീവ് ഓഫ് ദ ലെഫ്റ്റ് ബ്രാഞ്ച്. അപ്പോൾ അങ്ങനത്തെ റിസൾട്ടുകൾ നമുക്ക് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. Now we have question number 13. F of x is a continuous function such that f of 1 equal to 2 and f dash x equal to f of x. H of x is equal to f of x, then h dash 1. And an important result that should be remembered here is that when f dash x equal to f of x, f dash x equal to f of x എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ പിള്ളേർക്ക് ഒരു കുഴപ്പമുണ്ട്, ഫംഗ്ഷൻ കയറി e raised to x എന്നെടുക്കും. ഒരുപാട് അടുത്ത് ഞാൻ കണ്ടിട്ടുള്ള when it is given in a question that f dash x equal to f of x, ഫംഗ്ഷൻ ഉടനെ e raised to x എന്നെടുക്കും. But it should be remembered that there are thousands of functions where f dash x equal to f of x. f dash x equal to f of x ആക്കുന്ന ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. f of x is e raised to x, f of x is e raised to x plus 1, f of x is equal to 2 e raised to x, f of x is equal to e raised to x minus 1, 2 e raised to x minus 1. ഇങ്ങനെ ഒരുപാട് ഫങ്ഷൻ ഉണ്ട് f dash x equal to f of x ആകും. അപ്പം f dash x equal to f of x ആണെങ്കിൽ ഫങ്ഷൻ നമുക്ക് ഇങ്ങനെ എടുത്തോണം, f of x is e raised to c into e raised to x. അതിൽ ആ e raised to c കാണാൻ ക്വസ്റ്റ്യനിലൊരു ഇൻഫർമേഷൻ കാണും. ആ ഇൻഫർമേഷൻ ഉപയോഗിച്ച് e raised to c കണ്ടുപിടിച്ചിട്ട് ഫങ്ഷൻ ഏതാണെന്ന് തീരുമാനിക്കാവുള്ളൂ. അപ്പം f dash x equal to f of x എന്ന് പറഞ്ഞാൽ ഉടനെ f of x is e raised to c into e raised to x എന്നെടുക്കണം. e raised to c കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിലൊരു ഇൻഫർമേഷൻ കാണും. ആ ഇൻഫർമേഷൻ ഉപയോഗിച്ച് e raised to c കണ്ടുപിടിക്കുക. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നേ, given that f dash x equal to f of x, it is given f dash x equal to f of x, given f dash x equal to f of x. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഏതായിട്ട് എഴുതും, therefore f of x is e raised to c into e raised to x. ഇനി e raised to c കണ്ടുപിടിക്കാൻ ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, given f of 1 equal to 2. അപ്പോൾ എക്സിന് 1 എന്ന് കൊടുക്കണം. therefore f of 1 is equal to e raised to c into e raised to 1 and that is given to be 2. f of 1 2 എന്നതാണ്. അപ്പോൾ നമുക്ക് e raised to c കിട്ടി. e raised to c is 2 by e. അപ്പോൾ e raised to cയുടെ വാല്യൂ കിട്ടി. ഈ e raised to cയുടെ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. e raised to cയുടെ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്, അപ്പോഴാണ് ഫംഗ്ഷൻ കിട്ടുന്നത്. therefore f of x is equal to e raised to cക്ക് പകരം 2 by e raised to x, that is 2 into e raised to x minus 1. അപ്പോൾ ഒന്നുകൂടെ ഓർക്കുക, എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടിയാൽ ഉടനെ ഫംഗ്ഷൻ ഇതെടുക്കുക, ഇ റൈസ് ടു സി ഇൻറ്റു ഇ റൈസ് ടു. ഇ റൈസ് ടു സി കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിലൊരു ഇൻഫർമേഷൻ കാണും. ആ ഇൻഫർമേഷൻ ഉപയോഗിച്ച് ഇ റൈസ് ടു സി കണ്ടുപിടിക്കുക, എന്നിട്ട് വേണം ഫംഗ്ഷൻ തീരുമാനിക്കാൻ. അപ്പം നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, therefore എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 e റൈസ് ടു എക്സ് മൈനസ് 1. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് അത് തന്നെയായിരിക്കും. എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു 2 e റൈസ് ടു എക്സ് മൈനസ് 1. അപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 2 ആണ്, 1 e റൈസ് ടു 0 1. അതുപോലെ എഫ് ഡാഷ് 1ഉം 2 ആണ്. എഫ് ഡാഷ് 1ഉം എഫ് ഓഫ് 1ഉം 2 ആണ്, എഫ് ഡാഷ് 1ഉം 2 ആണ്. കാരണം ദ ഫംഗ്ഷൻ ആൻഡ് ദ ഡെറിവേറ്റീവ് ആർ ദ സെയിം. ദ ഫംഗ്ഷൻ ആൻഡ് ദ ഡെറിവേറ്റീവ് ആർ ദ സെയിം. ഇനി ക്വസ്റ്റ്യൻ ബാക്കി വായിച്ചേ. എച്ച് ഓഫ് എക്സ് ഈസ് എ ഫംഗ്ഷൻ സച്ച് ദാറ്റ് എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് എച്ച് ഡാഷ് 1. given h of x is equal to, given h of x is equal to f of x,
given h of x is equal to f of x, differentiating with respect to x, therefore h dash x is equal to the derivative of f of x is f dash f of x into f dash x. That is a chain rule. The derivative of f of x, this is f of x, and the derivative of f of x is f dash f of x into f dash, and we are asked to find h dash 1. So put x equal to 1. We put x equal to 1. Therefore h dash 1 is equal to f dash f of 1 into f dash 1. ഇനി നോക്കിയാൽ എഫ് ഓഫ് 1ഉം എഫ് ഡാഷ് 1ഉം നമ്മുടെ കയ്യിലുണ്ട്. എഫ് ഓഫ് 1 ഈസ് 2 ആൻഡ് എഫ് ഡാഷ് 1 ഈസ് ഓൾസോ 2. എഫ് ഓഫ് 1നും എഫ് ഡാഷ് 1നും പകരം 2 കൊടുക്കുക. ദെർഫോർ എച്ച് ഡാഷ് 1 ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് എഫ് ഓഫ് 1 2 ആണ്, എഫ് ഡാഷ് 1ഉം 2 ആണ്. എഫ് ഡാഷ് 1ഉം 2 ആണ്, എഫ് ഓഫ് 1ഉം 2 ആണ്. ഇനി എഫ് ഡാഷ് 2 നമുക്ക് കണ്ടുപിടിക്കണം. എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു 2e raised to x minus 1. Therefore f dash 2 is 2e raised to 2 minus 1, that is 2e. f dash 2 എന്ന് പറയുന്നത് 2e. Therefore h dash 1 is equal to f dash 1 പകരം 2 into 2, so that is equal to 4e. So we have h dash 1 is equal to 4e, and that is a multiple option type question, and the right answer is option 4 is the correct answer. Option 4 is the correct answer in question number 13. And now we have question number 14. You read question number 14. f of x is a differentiable function such that modulus of f of x minus f of y is 2 into modulus of x minus y whole raised to 3 by 2. Given modulus of f of x minus f of y less than or equal to twice modulus of x minus y whole raised to 3 by 2. എന്തൊക്കെ മനസ്സിൽ വരുന്നുണ്ട്? വാട്ട് ഇസ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ? ഇതാരാ റൈറ്റ് സൈഡ്? എല്ലാം നല്ല പരിചയമുള്ള. ദ ലെഫ്റ്റ് സൈഡ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 y കോർഡിനേറ്റ്സ്, ആൻഡ് വാട്ട് ഇസ് ദ റൈറ്റ് സൈഡ്? ഇറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 x കോർഡിനേറ്റ്. And the difference between y coordinates and difference between x coordinate are given, and if they are given, we can construct what? The slope of a secant. And there are 2 points on a graph, and the x coordinates of the points are x and y. We have the graph of a function, and there is a point A, and the point A is x f of x, and the point B is y f of y. The x coordinate is y and the y coordinate is f of y, and we have a line segment joining these 2 points. And what do you call the line segment AB? Is it a chord or a secant? What is the difference between chord and secant? Is AB a chord or a secant? It is both. It is chord as well as secant. So what is the difference between chord and secant? A chord is a line segment joining exactly 2 points on any curve. That's why we call we say the line segment joining 2 points on a circle as a chord. So a chord is a line segment joining exactly 2 points on a curve, and a secant is a line segment joining 2 or more points. 2 പോയിന്റ് ആണെങ്കിലും സെക്കൻഡ് എന്ന് വിളിക്കാം, കൂടുതൽ പോയിന്റ് ആണെങ്കിലും സെക്കൻഡ് എന്ന് വിളിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കർവ് ഉണ്ട്. ഇത് സെക്കൻഡ്, പക്ഷേ ഇത് കോഡുമാണ് സെക്കൻഡുമാണ്. 2 പോയിന്റ് ഉണ്ടെങ്കിലും സെക്കൻഡ് എന്ന് വിളിക്കാം, കൂടുതൽ പോയിന്റ് ഉണ്ടെങ്കിലും സെക്കൻഡ് എന്ന് വിളിക്കാം. പക്ഷേ കോഡ് എന്ന് വിളിക്കുന്നത് എക്സാക്ട്ലി 2 പോയിന്റ്സ് ആകുമ്പം മാത്രം. സോ ദിസ് ഈസ് എ സെക്കൻഡ് എ ബി. So this is a secant AB.
And you know the slope of secant AB is f of x minus f of y by x minus y. Slope of secant AB. Slope of secant AB. Slope of secant AB. Slope of secant AB is equal to difference between x coordinate, y coordinate, f of x minus f of y divided by x minus y. ഇതാണ് സ്ലോപ്പ് ഓഫ് സെക്കൻഡ് എ ബി. ആൻഡ് സ്ലോപ്പ് ഓഫ് സെക്കൻഡ് എ ബിയെ നമുക്ക് എന്താക്കാൻ പറ്റും? സ്ലോപ്പ് ഓഫ് ടാൻജൻ്റ് ആകും. ആൻഡ് വാട്ട്സ് എ ഡെഫിനിഷൻ ഓഫ് എ ടാൻജൻറ്റ്? എ ടാൻജൻറ്റ് ഈസ് എ ലൈൻ വിച്ച് ഈസ് ദ ലിമിറ്റിംഗ് ലൈൻ ഓഫ് എ സെക്കൻഡ്. സെക്കൻഡിൻ്റെ ഒരെൻഡ് മറ്റേ എൻഡിലേക്ക് ടെൻറ്റ് ചെയ്യുമ്പോഴാണ് ടാൻജൻറ്റ് കിട്ടുന്നത്. ഒരു ടാൻജൻറ്റിന് ഒരു കർവിനെ 10 പോയിൻറ്റിൽ കട്ട് ചെയ്യാൻ പറ്റുമോ? യെസ്, അതിനൊരു കുഴപ്പമില്ല. ആൻഡ് ദ ഡെഫിനേഷൻ ഓഫ് ടാൻജൻറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ലിമിറ്റിംഗ് ലൈൻ ഓഫ് എ സെക്കൻഡ്. ആ പ്രോസസ്സിൽ അത് കർവിനെ എത്ര പോയിൻറ്റിൽ കട്ട് ചെയ്യുകയോ ടച്ച് ചെയ്യുകയോ ചെയ്താലും ഒരു കുഴപ്പമില്ല. പക്ഷേ സർക്കിൾ പോലുള്ള ക്ലോസ്ഡ് കർവ്സിനും ഒരു പോയിൻറ്റിൽ വരയ്ക്കുന്ന ടാൻജൻറ്റ് പിന്നെ ഒരിക്കലും ആ സർക്കിളിനെ ടച്ച് ചെയ്യത്തില്ല. അപ്പോൾ ടാൻജൻറ്റ് എന്ന് പറയുന്ന ഒരു കർവിനെ ഒരു പോയിൻറ്റിൽ ടച്ച് ചെയ്യുന്ന ലൈനുകളാണ് എന്ന സങ്കല്പമൊക്കെ മാറ്റി വെച്ചേക്കണം. ആൻഡ് ദ ടാൻജൻറ്റ് അറ്റ് എ പോയിൻറ്റ് ഈസ് ദ ലിമിറ്റിംഗ് ലൈൻ ഓഫ് എ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഇതിനെ എയിലെ ടാൻജൻ്റ് ആക്കണമെങ്കിൽ വൈ എക്സിലോട്ട് ടെൻഡ് ചെയ്യണം. സോ സ്ലോപ്പ് ഓഫ് ടാൻജൻ്റ് അറ്റ് സ്ലോപ്പ് ഓഫ് ടാൻജൻ്റ് അറ്റ് സ്ലോപ്പ് ഓഫ് ടാൻജൻ്റ് അറ്റ് അപ്പോൾ എന്ത് ചെയ്യണം? ബി എയിലോട്ട് ടെൻഡ് ചെയ്യണം, അല്ലെ വൈ എക്സിലോട്ട് ടെൻഡ് ചെയ്യണം. ലിമിറ്റ് y tends to x f of x minus f of y divided by x minus y. And the slope of tangent at a point is the derivative at that point. And the slope of tangent at A is the derivative at A. And A ile derivative in the symbol and the f dash x. Therefore, f dash x is equal to limit y tends to x f of x minus f of y divided by x minus y. അപ്പോൾ 2 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു സീക്കൻ്റ് ഉണ്ടാക്കാം. ഈ സീക്കൻറ്റിനെ ടാൻജൻ്റ് ആക്കാം. ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ് ഡെറിവേറ്റീവ്. ആൻഡ് ദീസ് ആർ കോൾഡ് ദ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഒബ്റ്റെയിൻ ഫ്രം 2 പോയിൻറ്റ്സ്. സോ ദീസ് ആർ ദ വാല്യൂ അഡിഷൻ. ദിസ് ഈസ് എ വാല്യൂ അഡിഷൻ. ദീസ് ആർ ദ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഒബ്റ്റെയിൻ ഫ്രം 2 പോയിൻറ്റ്. അപ്പോൾ 2 പോയിൻ്റ് ഉണ്ടെങ്കിൽ ആ പോയിൻറ്റുകളെ ബേസ് ചെയ്ത് നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് എഫ് ഡാഷ് വൈ ആ കിട്ടേണ്ടതെങ്കിൽ ഒറ്റ മാറ്റം വരുത്തിയാൽ മതി. എ ബിയിലോട്ട് ടെൻഡ് ചെയ്യണം. അപ്പോൾ ബിയിലെ ടാൻജൻറ്റ് കിട്ടും. ബിയിലെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് ബിയിലെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് വൈ ആണ്. അപ്പോൾ എഫ് ഡാഷ് വൈ കിട്ടണേ ലിമിറ്റ് എക്സ് ടെൻസ് ടു വൈ എന്ന് മാത്രം മാറ്റി വെച്ചാൽ മതി. ഈ വൈ ടെൻസ് ടു എക്സിന് പകരം എക്സ് ടെൻസ് ടു വൈ എന്നാക്കിയാൽ മതി. അപ്പോൾ 2 പോയിൻറ്റ്സിനെ ബേസ് ചെയ്ത് നമുക്ക് ടാൻജൻ്റ് ഉണ്ടാക്കാം, ഡെറിവേറ്റീവ് ഉണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആണ്. ദീസ് ആർ ദ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഒബ്റ്റെയിൻഡ് ഫ്രം 2 പോയിൻറ്റ്സ്. അപ്പോൾ ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്നിട വന്നേ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് എഫ് ഓഫ് 0 1 നിന്ന് ഇൻറ്റഗ്രൽ 0 to 1 എഫ് സ്ക്വയർ. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ എഫ് ഡാഷ് എക്സ് കിട്ടണം. എഫ് ഡാഷ് എക്സ് കിട്ടാൻ നമുക്ക് ഈ സ്ലോപ്പ് ഉപയോഗിക്കാം. ഇത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്ററിൽ ഒരു എക്സ് മൈനസ് വൈ വന്നാൽ മതി. അപ്പോൾ 2 സൈഡിനെയും മോഡ് എക്സ് മൈനസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദർഫോർ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ നമുക്ക് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പവർ പിന്നെ 1/2 വരുള്ളൂ. ഇനി എഫ് ഡാഷ് എക്സ് കിട്ടണമെങ്കിൽ ഏത് ലിമിറ്റ് എടുക്കണം? വൈ എക്സിലോട്ട് ടെൻഡ് ചെയ്യുന്ന ലിമിറ്റ് എടുക്കണം. എഫ് ഡാഷ് എക്സ് കിട്ടണമെങ്കിൽ വൈ എക്സിലോട്ട് ടെൻഡ് ചെയ്യുന്ന ലിമിറ്റ് എടുക്കണം. ടേക്കിംഗ് ലിമിറ്റ് ആസ് വൈ ടെൻസ് ടു എക്സ്. ദർഫോർ ലിമിറ്റ് വൈ ടെൻസ് ടു എക്സ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ less than or equal to limit y tends to x twice modulus of x minus y whole raised to 1/2. And the left side, all of you know what is the left side now. This is f dash x.
y tends to x, f of x minus f of I by x minus y. So what is the left side here? What is this thing? It is modulus of f dash x. The left side is modulus of f dash x. Therefore, modulus of f dash x less than or equal to, can you tell me what is the right side? What is the right side? When y tends to x, direct substitution, y ക്ക് പകരം x എന്ന് കൊടുത്താൽ that would become 0. So the right side is 0. So we get modulus of f dash x less than or equal to 0. But we know modulus can never be negative. So what is the only possibility? F dash x equal to 0. Therefore, f dash x equal to, that's the only possibility. F dash x can never, modulus can never be negative, so there is only one possibility, and that's that f dash x is equal to 0. And if f dash x is 0, we know f of x is a constant. F of x is equal to k. F dash x 0 ആണെങ്കിൽ f of x കോൺസ്റ്റൻറ്റ്. ഇനി ഈ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഇൻഫർമേഷൻ യൂസ് ചെയ്യാം? Given f of 0 is 1. So k is equal to 1. Given f of 0 is 1. It's given in question that f of 0 is 1. So k equal to 1. Therefore, we get k is equal to 1. So we have f of x is equal to 1 for all x. And if f of x is equal to 1, f square x is also 1. F square x is also 1 for all x. F of x is 1 means f square x is also 1. And the question is, what is integral 0 to 1 f square x dx? And that is integral 0 to 1 f square is 1 dx. Integral dx is x within the limit 0 to 1. So it is 1 minus 0 and that is 1. അപ്പോൾ നമ്മുടെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, രണ്ട് പോയിന്റുകളിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, അത് സീക്കൻ്റ് ഉണ്ട്, ടാൻജൻ്റ് ഉണ്ട്, സീക്കൻറ്റിൻ്റെ സ്ലോപ്പ് ഉണ്ട്, ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് ഉണ്ട്, ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പോൾ 5 വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് രണ്ട് പോയിന്റിൽ നിന്ന് ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫിലെ രണ്ട് പോയിന്റിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. So the answer is 1, and see what is the correct option. The correct option is option 2 is the correct answer. In question number 14, option 2 is the correct answer. Now read question number 15. F of x is equal to minimum of 1 x square x cube. And we can get the answer based on graphs. You draw the graph and get the answer. And if you want to find the maximum or minimum of 2 or more curves, we draw the graph of all the function. And we have the function, we have the 3 functions. F of x is equal to minimum of 1 x square x cube. You draw the graphs of these functions in one single system. Y equal to 1 is a line parallel to the x-axis. Y equal to 0 is x-axis. And y equal to 1 is this line. This is the line y equal to 1. A line parallel to the y-axis. This is y equal to 1. And y equal to x square is a parabola. It is this parabola. Y equal to x square is this parabola. So this is 1 and this is 1. And y equal to x cube, y equal the cubic function, y equal to x cube in the graph എല്ലാവർക്കും അറിയാം. Cube ആണോ സ്ക്വയർ ആണോ വലുത്? Suppose you are asked to identify which one is cube or square, which one is larger? ഏതാ? ക്യൂബ് ആണോ സ്ക്വയർ ആണോ വലുതെന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞോണം. എന്താ? ക്യൂബ് ആണോ സ്ക്വയർ ആണോ എന്ന് ചോദിച്ചാൽ 0യ്ക്കും 1നും ഇടയ്ക്ക് സ്ക്വയർ വലുതും ക്യൂബ് ചെറുതും. നെഗറ്റീവ് ആണെങ്കിലും ക്യൂബ് ചെറുതും സ്ക്വയർ വലുതും. അപ്പം ക്യൂബ് വലുതാകുന്നത് ഗ്രേറ്റർ ദാൻ 1ൽ മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് എക്സ് ക്യൂബ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ക്യൂബിൻ്റെ ഗ്രാഫ് സ്ക്വയറിൻ്റെ ഗ്രാഫിൻ്റെ താഴെ കിടപ്പണം.
ഇതാണ് എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ്, ഇതാണ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ്, ഇതാണ് എക്സ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ 3 പേരിൽ മിനിമമാണ്. മിനിമം എന്ന് പറഞ്ഞാൽ കർവുകളിൽ ഏറ്റവും താഴെ വരുന്നത് ഇത്. ഈ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗമാണ് മിനിമം ഓഫ് 1x² x³ അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ മാത്രം എടുത്തൊരു ഗ്രാഫ് വരച്ചാൽ ദാറ്റ് ഇസ് എ ഗ്രാഫ് ഓഫ് അവർ ഫംഗ്ഷൻ. സോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു graph of f of x is equal to minimum of 1x² x³ is a curve like this. It's a curve like this. This is the graph of minimum of x² x³ and 1. So it is x³ in this part. ഇവിടം വരെ x³ ആണ്, ഇവിടം മുതൽ 1 ആണ്, ഇവിടം മുതൽ 1 ആണ്. സോ ഇത് y ഈക്വൽ ടു 1, ഇത് y ഈക്വൽ ടു x³, ഇതും y ഈക്വൽ ടു x³. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് ആൻ എവരിവെയർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. -∞ മുതൽ +∞ വരെ എല്ലായിടത്തും കണ്ടിന്യൂസ്. ബട്ട് ദർ ഇസ് എ ഷാർപ്പ് പോയിൻറ്റ്. അറ്റ് x ഈക്വൽ ടു 1 ദർ ഇസ് എ ഷാർപ്പ് പോയിൻറ്റ്. ഇതൊരു കേർവ് വന്നിട്ട് ലൈനിലോട്ട് ടേൺ ചെയ്യുന്നു. ഒരു കേർവ് ലൈനിലോട്ട് ടേൺ ചെയ്യുന്ന പോയിൻറ്റുകളെല്ലാം ഷാർപ്പായിരിക്കുമോ? ഒരു കേർവ് ലൈനിലോട്ട് ടേൺ ചെയ്യുന്ന എല്ലാ പോയിൻറ്റും ഷാർപ്പാകുകയല്ല. ഒരപകടമുണ്ട്. ഇഫ് ദിസ് ലൈൻ ഈസ് ദ ടാൻജൻറ്റ് ടു ദിസ് കർവ് അറ്റ് ദിസ് പോയിൻറ്റ് ദെൻ ഇറ്റ് ഈസ് നോട്ട് എ ഷാർപ്പ് പോയിൻറ്റ്. അപ്പോൾ ഒരു കേർവ് ഒരു ലൈനിലോട്ടോ ഒരു ലൈൻ ഒരു കേർവിലോട്ടോ ടേൺ ചെയ്യുമ്പോൾ സൂക്ഷിച്ചോണം. എന്താണ് ആ ലൈൻ ആ കർവിൻ്റെ ആ പോയിൻറ്റിൽ ടാൻജൻ്റ് ആണെങ്കിൽ അതൊരു സ്മൂത്ത് പോയിൻ്റ് ആയിരിക്കും, അത് ഡിഫറൻഷ്യബിളും ആയിരിക്കും. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ഈ ലൈൻ ഈ കർവിൻ്റെ ടാൻജൻ്റ് ആണോ എന്നറിയാൻ വേണ്ടി റൈറ്റ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഡെറിവേറ്റീവും കണ്ടു നോക്കണം. സോ RF'1 and that is d by dx of 1. That point is continuous, so the right derivative is obtained by the right branch. LF'1 and the point is continuous, so LF'1 is d by dx of x³ and the derivative of x³ is 3x². At x equal to 1 it is 3, so they are not equal. So this point is continuous but not differentiable. But x equal to 0, same function on right and left, and that is continuous and differentiable. So there is only one point where the function is not differentiable, and that is 1, and it is everywhere continuous. And see what is the correct option. See what is the correct answer. It is continuous and differentiable at all points is wrong. Continuous when x greater than 0 is wrong. Continuous for all x but not differentiable at x equal to 1 is a perfectly correct statement. It is continuous for all x belongs to what, but it is not differentiable at x equal to 1, which is a sharp point where the right derivative is not equal to the left derivative. So option B is the correct answer. Now question number 16. F of x is equal to tan pi into GIV x minus pi divided by 1 plus GIV x whole square. F of x is equal to tan pi into GIV x minus pi divided by 1 plus GIV x whole square. And box stands for GIV. And GIV means greatest integer value function. And greatest integer value function domain are ഏത് റിയൽ നമ്പറും ബ്രാക്കറ്റിനകത്ത് എഴുതാം, പക്ഷെ പുറത്ത് വരുന്നൊരു ഇൻറ്റീജർ, റേഞ്ച് ഇൻറ്റീജർ. അപ്പോൾ എക്സ് മൈനസ് പൈക്ക് ഏത് വാല്യൂ എടുക്കാം, പക്ഷേ GIV എക്സ് മൈനസ് പൈ ഒരു ഇൻറ്റീജർ ആയിരിക്കും. അപ്പം ഇതിനെ നമുക്ക് tan n പൈ, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് tan n പൈ by 1 plus GIV x whole square. Where ആർക്ക് പകരം n എന്ന് കൊടുത്തേ, where n is equal to GIV x minus pi. And GIV x minus pi എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻറ്റീജർ ആയിരിക്കും. GIV x minus pi എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻറ്റീജർ ആയിരിക്കും. അപ്പം നമ്മൾ ഈ GIV x minus piക്ക് പകരം n എന്ന് കൊടുത്തു, ഇതിന് പകരം നമ്മൾ n എന്ന് കൊടുത്തു.
GIB x മൈനസ് പൈക്ക് പകരം നമ്മൾ n എന്ന് കൊടുത്തു. ആ n എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ആയിരിക്കും. GIB x മൈനസ് പൈക്ക് പകരം n എന്ന് കൊടുത്തു. ആ n ഒരു ഇൻറ്റീജറാണ്. Now all of you know that tan n pi, if n is an integer, tan n pi is 0. n is an integer. n എത്ര ടൈപ്പ് ഇൻറ്റീജർ ഉണ്ട്? There are 3 types of integer: positive integer, negative integer and 0. ഇതിൽ ഏത് ഇൻറ്റീജർ ആണെങ്കിലും tan integer pi 0 ആയിരിക്കും. Therefore 0 divided by 1 plus GIBX whole square. Since n is integer means tan n pi is 0. n is integer means tan n pi is 0. And the numerator is 0 and the denominator is always non-zero because this is square. ഇതിൻ്റെ മിനിമം വാല്യൂ 0. അപ്പോൾ ഇത് 1 plus 0 always greater than or equal to 1. അപ്പോൾ ന്യൂമറേറ്റർ 0യും ഡിനോമിനേറ്റർ നോൺ സീറോ. Therefore f of x turns out to be 0. So the given function is nothing but 0. The given function is 0. And what's the name of the function f of x equal to 0? All of you know the name of the function f of x equal to 0 or y equal to 0, and that is, what is it? It is x-axis. f of x equal to 0 എന്ന് എവിടെയെങ്കിലും കണ്ടാൽ it is a function, and that function is x-axis. f of x equal to 0 which is x-axis. അപ്പം നമ്മുടെ ഫംഗ്ഷൻ ഇറ്റ്സ് നത്തിങ് ബട്ട് x-axis. x-axisന് എവിടെയെങ്കിലും ബ്രേക്ക് ഉണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് എവരിവെയർ കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ. സോ ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് ദ ഇക്വേഷൻ ഓഫ് x-axis ആൻഡ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിൻറ്റ്സ്. ഓൾസോ ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഓൾ പോയിൻറ്റ്സ്. സോ ഓപ്ഷൻ 3 ഈസ് പെർഫെക്റ്റ്ലി കറക്റ്റ്. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിൻറ്റ്സ് ഈസ് കറക്റ്റ്, ആൻഡ് മോറോവർ ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഓൾ പോയിൻറ്റ്സ്. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിൻറ്റ്സ് ആൻഡ് ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഓൾ പോയിൻറ്റ്സ്. അപ്പം ഇനി ഇതുപോലൊരു എക്സ്പ്രഷൻ കണ്ടാൽ എഫ് ഓഫ് ഇതുപോലൊരു എക്സ്പ്രഷൻ കണ്ടാൽ tan pi ഇൻറ്റു GIB x മൈനസ് പൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് GIB x ഹോൾ സ്ക്വയർ, ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കണ്ടാൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. കാരണം ന്യൂമറേറ്റർ 0 tan ഇൻറ്റീജർ പൈ, ഡിനോമിനേറ്റർ നോൺ 0. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇഫക്റ്റീവായിട്ട് പ്രയോജനപ്പെടുത്തിക്കണം. ഒരു എക്സാമിന് 0 മാർക്ക് കിട്ടി, പേരൻസിനോട് പറയാൻ വിഷമമുണ്ട്. അടിച്ച് യുവർ മാർക്ക് എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞോണം മൈ മാർക്ക് ഔട്ട് ഓഫ് 100 ഈസ് tan pi ഇൻറ്റു GIB x മൈനസ് പൈ ബൈ 1 പ്ലസ് GIB x ഹോൾ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞോണം. കള്ളം പറയാതെ നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നമുക്ക് നമ്മുടെ ഡിസ്കഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. G ഈസ് ദ ഇൻവേഴ്സ് ഓഫ് f and f dash x is equal to 1 by 1 plus x raised to n. Then G dash x is equal to 3 തവണ JEE മെയിൻ ചോദിച്ച ക്വസ്റ്റ്യൻ. ജി എല്ലാ ഫംഗ്ഷനും ഇൻവേഴ്സ് ഉണ്ടോ? ഇല്ല. വി നോ ഇൻവേഴ്സ് എക്സിസ്റ്റ് ഓൺലി ഫോർ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ആൻഡ് വാട്ട് ഇസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ? എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ മീൻസ് ബൈജക്റ്റീവ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ബൈ? By means 2. By means 2. So a bijective function has 2 jectives in it. And what is it in? It is injective plus surjective. Injective plus surjective. So this function is called bijective because it consists of 2 jectives. This is the first jective, injective. And this is the second jective, surjective. And when 2 jectives coming together, it becomes bijective. It becomes bijective. അപ്പോൾ ഇതിന് മാത്രമേ ഇൻവേഴ്സ് ഉള്ളൂ. എഫ് ജിയുടെ ഇൻവേഴ്സ് ആണെങ്കിൽ ജി എഫിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കുമോ? തീർച്ചയായിട്ടും. എഫ് ജിയുടെ ഇൻവേഴ്സ് ആണെങ്കിൽ ജി എഫിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കണം എന്നുള്ള കമ്പൽസറിയാണ്. ആൻഡ് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ 2 കണ്ടീഷൻസ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് എക്സ് ആയിരിക്കണം, എഫ് ഓഫ് ജി ഓഫ് എക്സ് എക്സ് ആയിരിക്കണം, ആൻഡ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എക്സ് ആയിരിക്കണം. എഫ് ഓഫ് ജി ഓഫ് എക്സ് എക്സും ജി ഓഫ് എഫ് ഓഫ് എക്സ് എക്സുമാണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു ജി ഇൻവേഴ്സ് ആൻഡ് ജി ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ്.
G is equal to F inverse. And when f of G of x is equal to x and G of f of x is equal to x, we say 4 can go for identity function. 4 can go for identity function. So we can define the inverse as when 4 can go for identity functions, f is the inverse of G and G is the inverse of f. Now it's given that G is the inverse of f. ഉടനെ നമുക്ക് എഴുതാൻ പറ്റും therefore f of G of x equal to x. We differentiate it with respect to x. Therefore f dash G of x into G dash x. Differentiating with respect to x, we get f dash G of x into G dash x is equal to 1. And now look at the question. F dash x is equal to 1 by 1 plus x raised to n. This is f dash x. 1 by 1 plus x raised to n. So what is f dash G of x? It is 1 by 1 plus G of x raised to n. F dash G of x is equal to 1 by 1 plus G of x raised to n. That is according to the given information. Into G dash x is equal to 1. Into G dash x equal to 1. So on cross multiplying we get, therefore G dash x is equal to 1 plus G of x whole raised to n. Therefore G dash x is equal to 1 plus G of x whole raised to n. And the right option is option 3 is the correct answer in this question. So it's 1 o'clock now, so it's time for us to wind up our discussion. ബാക്കി കുറച്ച് questions. Jorlitzer. So the Jorlitzer is waiting with very serious questions in chemistry. So അപ്പം ജോർലിറ്റ്സർ വരുന്നു. ജോർജ് സാറിന് കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഏതാനും ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുക. എൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ അതും നമ്മുടെ ആപ്പ് വഴിയൊക്കെ അവൈലബിൾ ആണ്. സോ താങ്ക് യു വെരി മച്ച്.
ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കെമിസ്ട്രിയുടെ ലൈവിലേക്ക് വരികയാണ്. 2 ചാപ്റ്ററുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇനോർഗാനിക്കിൻ്റെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആൻഡ് പി ബ്ലോക്ക് ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ. പി ബ്ലോക്ക് ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് JEE മെയിൻസിനുള്ളത്. ഒപ്പം തന്നെ കോർഡിനേഷൻ കെമിസ്ട്രി ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ JEE മെയിൻ്റെ എക്സാമിനൊക്കെ ഈ ഒരു കോർഡിനേഷൻ്റെ ക്വസ്റ്റ്യൻസുകൾ കണ്ടിന്യൂസ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനോർഗാനിക്കിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ്. ശരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കെമിസ്ട്രിയുടെ ചാപ്റ്ററുകളൊക്കെ ഇനോർഗാനിക്കിൻ്റെ ആ ഒരു ടച്ചുള്ള ചാപ്റ്ററുകളാണ് അല്ലേ. അപ്പോൾ നമുക്ക് 2 ചാപ്റ്ററുകളിലേക്ക് വരാം. കോർഡിനേഷൻ കോമ്പൗണ്ടും അതുപോലെ തന്നെ നമ്മളുടെ പി ബ്ലോക്ക് ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ 2 ചാപ്റ്ററുകൾ. ഈ ചാപ്റ്ററുകളെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇനോർഗാനിക് എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ മെമ്മറൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക, NCERT പല ആവർത്തി വായിക്കുക. NCERT എന്നുള്ള ചോദ്യങ്ങൾ അതുപോലെ തന്നെയാണ് ഇനോർഗാനിക്കിന് പലപ്പോഴും ചോദിക്കുക. ഒപ്പം തന്നെ നമുക്ക് പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്ന കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ലൈവിലേക്ക് കടക്കുന്നു. സോ ഓക്കെ, നമുക്ക് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രിയാണ് ആദ്യമേ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുക. സോ കോർഡിനേഷൻ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ ആദ്യ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ടുകളെ പറ്റി, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരെ പറ്റിയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത് അല്ലേ. അതായത് നമുക്ക് കോമ്പൗണ്ട് എന്താണ്, കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോംപ്ലക്സുകളുടെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ്, കോംപ്ലക്സുകളുടെ നോമൻക്ലേച്ചർ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു ഇനീഷ്യൽ ഭാഗത്ത് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുക. ഇൻ ദ കോർഡിനേഷൻ കോമ്പൗണ്ട് K4NiCN4 the oxidation state of nickel is dash എന്നാണ് ചോദ്യം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് നിക്കൽ. ഈ കോംപ്ലക്സിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് നിക്കൽ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു കോംപ്ലക്സിനെ പരിചയപ്പെടുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു കോംപ്ലക്സ് ഇപ്പോൾ K4, നമുക്ക് ഈ കോംപ്ലക്സ് തന്നെ എടുത്താൽ NiCN4 ടൈംസ് ഈ കോംപ്ലക്സ് എടുത്താൽ ഇതാണ് നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റ് ഉൾപ്പെടുന്ന ഈ ഒരു ഭാഗമാണ് നമ്മൾ കോർഡിനേഷൻ സ്പിയർ എന്ന് വിളിക്കുക. സോ ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് കോർഡിനേഷൻ സ്പിയർ ആണ്, കോർഡിനേഷൻ സ്പിയർ. ഈ കോർഡിനേഷൻ സ്പിയറിന് വെളിയിൽ കിടക്കുന്ന ഒരു അയോൺ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൗണ്ടർ അയോൺ എന്ന് വിളിക്കും അല്ലേ, കൗണ്ടർ അയോൺ. കോർഡിനേഷൻ സ്പിയറിനുള്ളിലുള്ളതാണ് നമുക്ക് ആദ്യം കിടക്കുക സെൻട്രൽ മെറ്റലാറ്റം ആണ്, അല്ലെങ്കിൽ മെറ്റലാറ്റം അവിടെ ഉള്ളതിനെ നമ്മൾ സെൻട്രൽ മെറ്റലാറ്റം എന്നാണ് വിളിക്കുക, സെൻട്രൽ മെറ്റലാറ്റം. ഈ സെൻട്രൽ മെറ്റലാറ്റത്തെ ചുറ്റിപ്പറ്റി കിടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്, ലിഗാൻഡുകൾ എന്ന് വിളിക്കുക. സോ ലിഗാൻഡുകൾ എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ടേമുകൾ പരിചയപ്പെടുന്നു, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കെമിസ്ട്രിയുടെ കോർഡിനേഷൻ കെമിസ്ട്രിയുടെ കുറച്ച് ടേമുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. അതായത് നമുക്ക് സെൻട്രൽ മെറ്റലാറ്റം ഉണ്ട്, ലിഗാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ കൗണ്ടർ അയോൺ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കോർഡിനേഷൻ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ, മെറ്റലാറ്റം എന്താണ്, കൗണ്ടർ അയോൺ എന്താണ്, ലിഗാൻഡ് എന്താണ്, ലിഗാൻഡുകൾ ഏതൊക്കെയാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ലിഗാൻഡ്, ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിഗാൻഡിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമുക്ക് ചാർജ് അനുസരിച്ച് ആനിയോണിക് എന്നും കാറ്റിയോണിക്, ന്യൂട്രൽ, അങ്ങനെ 3 നമ്മൾ ചാർജ് അനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടും ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ K4NiCN4 ടൈംസിൽ നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ചോദ്യം. അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ട ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിക്കലിൻ്റെയാണ്. അപ്പോൾ അതിനെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ X എന്ന് വിളിക്കുവാണ്. പൊട്ടാസ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയാം +1 ആണ്, ആൽക്കലി മെറ്റലാണ്, +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. CN നമുക്ക് സൈനിഡോ അല്ലേ, ഒരു ആംബിഡെൻഡെ ലിഗാൻഡ് ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന CN ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. CN ആംബിഡെൻഡെ ലിഗാൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, 2 അറ്റാക്കിംഗ് സൈറ്റ് ഉണ്ട്, ബട്ട് ഇറ്റ് ക്യാൻ യൂസ് ഓൺലി 1 അറ്റ് എ ടൈം അല്ലേ. അപ്പോൾ CN NC അങ്ങനെ നമുക്കറിയാം, CN- NC മൈനസ്. അപ്പോൾ നൈട്രജനിലൂടെയോ കാർബണിലൂടെയോ കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആളാണ് CN എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ആംബിഡെൻഡെ ലിഗാൻഡ് ആണ്. അപ്പം ഇവിടെ ചാർജ് കണ്ടെത്തേണ്ടത് നിക്കലിനെയാണ്. നിക്കലിൻ്റെ ചാർജ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അവിടെ 0 ആണ്. സോ നമുക്കൊന്ന് നോക്കാം. 4 × +1 നിക്കലിൻ്റെത്, പൊട്ടാസ്യത്തിൻ്റെത് +1 ആണ്, പ്ലസ് നിക്കൽ ഒരെണ്ണം X ഉണ്ട്, പ്ലസ് 4 × -1 ഈസ് ഈക്വൽ ടു ടോട്ടൽ 0. therefore X ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര വരും, 0 ആണ് വരിക. അപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ കുറേ പേര് 0 എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാധവ് മേനോനൊക്കെ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ആൻസർ കണ്ടു. ഓക്കെ, യെസ്, വെരി ഗുഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻ ദ കോർഡിനേഷൻ കോമ്പൗണ്ട് K4NiCN4 ടൈംസിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് നിക്കൽ 0 ആണ് അല്ലേ, 0. യെസ്, 0 ആണ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് ഈ ഒരു 2-3 കാര്യങ്ങളും കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. അതായത് ഒരു കോംപ്ലക്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അതായത് മെറ്റലാറ്റത്തിന് ചുറ്റും ഉള്ള ആൾക്കാർ, ലിഗാൻഡുകൾ എത്ര കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കും. ലിഗാൻഡുകൾ കോർഡിനേറ്റ് ബോണ്ടാണ് മെറ്റലാറ്റവുമായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ മെറ്റലിന് ചുറ്റും എത്ര കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ കോർഡിനേഷൻ നമ്പറായിട്ട് നമ്മൾ പറയുക. സോ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് നിക്കലിനെ സംബന്ധിച്ച് ഇവിടെ എത്രയാണ്, 4 ആണ് കോർഡിനേഷൻ നമ്പർ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞു 0 ആണ്. 4 കോർഡിനേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണത്.
അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു കോംപ്ലക്സുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് 1 mole of the complex compound CONH3 5 times Cl3 gives 3 moles of ion on dissolution in water. 1 mole of the same complex react with 2 moles of AgNO3 solution to yield 2 moles of AgCl. The structure of the complex is dash. അപ്പോൾ ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോംപ്ലക്സുകളുടെ അയോണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് കോംപ്ലക്സുകൾ എന്ന് പറയുമ്പോൾ സ്റ്റേബിൾ ആണ് എന്ന് നമുക്കറിയാം. സ്റ്റേബിൾ ആയിട്ടുള്ള സ്പീഷീസുകളാണ് കുറച്ചും കൂടെ നമ്മൾ സ്റ്റേബിൾ ആയിട്ട് പരിഗണിക്കുന്ന, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള സ്പീഷീസുകളാണ് കോംപ്ലക്സിൻ്റെ കാറ്റഗറി വരിക. അപ്പോൾ അവിടെ നമുക്ക് കോംപ്ലക്സ് കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ കൗണ്ടർ അയോണുകൾ അയോണൈസ് ചെയ്ത് പുറത്തേക്ക് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ തന്നെ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ CONH3 5 times ClCl2 ആണല്ലോ ആദ്യത്തെ എക്സാമ്പിൾ. ഇത് നമ്മൾ ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്കറിയാം, ഇത് അയോണൈസ് ചെയ്താൽ വെളിയിലുള്ള കൗണ്ടർ അയോൺ ആയിട്ടുള്ള അയോണുകളാണ് എന്ത് ചെയ്യുക, ഡിസോസിയേറ്റ് ചെയ്യുക. അതായത് കോംപ്ലക്സ് പാർട്ട് കുറച്ചും കൂടെ സ്റ്റേബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഞങ്ങൾ ഒന്നാണ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേബിൾ ആയിട്ട് കിടക്കുന്ന പാർട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏതാണ്, CONH3 5 times Cl ഉണ്ടാകും, പ്ലസ് നമുക്ക് 2Cl മൈനസ് ഉണ്ടാവും അല്ലേ, 2+ ആണ്, പ്ലസ് 2Cl മൈനസ് ഉണ്ടാവും. ഇങ്ങനെയാണത് ഡിസോസിയേറ്റ് ചെയ്യുക എന്ന് നമുക്കറിയാം. അപ്പം ഡിസോസിയേറ്റ് ചെയ്യുന്നത്, ഒരു കോംപ്ലക്സ് ഡിസോസിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കുക, അതിൻ്റെ കൗണ്ടർ അയോണിക് പാർട്ടാണ് അവിടെ എന്ത് ചെയ്യുക, ഡിസോസിയേറ്റ് ചെയ്ത് പുറത്തേക്ക് വരിക. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഡിസോസിയേറ്റ് ചെയ്തത് CONH3 5 times Cl2+ എന്നും പ്ലസ് 2Cl മൈനസ് എന്നുമാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ ചോദിച്ചേക്കുന്നത് 1 mole ഓഫ് കോംപ്ലക്സ് കോമ്പൗണ്ട് ആണ്, അത് ഗീവ്സ് 3 moles ഓഫ് അയോൺ. ഫ്രം 1 mole വി വിൽ ഗെറ്റ് 3 moles എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1 mole നിന്ന് 3 mole കിട്ടുമെങ്കിൽ നമുക്കറിയാം ഇത് 1 mole ആണ്, ഇവിടെ നമുക്ക് എത്ര മോൾ കിട്ടി, 3 mole കിട്ടി. കാരണം 1 mole ഈ കോർഡിനേഷൻ സ്ഫിയർ പാർട്ടുണ്ട്, പിന്നെ 2 mole Cl മൈനസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ 1 mole നിന്ന് 3 moles ഓഫ് അയോൺ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1 mole ഓഫ് ദി സെയിം കോംപ്ലക്സ് റിയാക്ട് വിത്ത് 2 moles ഓഫ് AgNO3 സൊല്യൂഷൻ. AgNO3 ആയിട്ട് റിയാക്ട് ചെയ്യുമെന്ന്, എത്ര മോളുമായിട്ട് റിയാക്ട് ചെയ്യുക, 2 moles ഓഫ് AgNO3. അപ്പോൾ 2 moles ഓഫ് AgNO3 ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ക്ലോറിനാണ് വെളിയിൽ കൊടുത്തേക്കുന്നത്. നമുക്കറിയാം ക്ലോറിൻ സിൽവർ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. ക്ലോറിൻ സിൽവർ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിൽവർ ക്ലോറൈഡിൻ്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. അതൊരു ടെസ്റ്റും കൂടിയാണ് അല്ലേ, ശരിക്കും പറഞ്ഞാൽ ക്ലോറൈഡ് അയോണിൻ്റെയൊക്കെ ടെസ്റ്റ് ആണ് നമ്മൾ അവിടെ പറയുക. നമ്മൾ പ്രാക്ടിക്കൽ കെമിസ്ട്രിയിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ അത് പഠിക്കുകയും ചെയ്യും. അപ്പോൾ ക്ലോറൈഡ് അയോണിൻ്റെ ടെസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം കൂടി. അപ്പോൾ സിൽവർ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്തു, Cl മൈനസ് നമ്മളവിടെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ സിൽവർ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കോംപ്ലക്സിനെ നമ്മൾ സിൽവർ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ ഇതിൻ്റെ 1 മോൾക്ക് 2 മോൾ സിൽവർ നൈട്രേറ്റ് വേണം, കാരണം 2Cl മൈനസ് ഉണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 moles ഓഫ് AgNO3 ആയിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് AgCl ഫോം ചെയ്യും, AgClൻ്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ എല്ലാ കണ്ടീഷനും കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാവരും തന്നെ പറഞ്ഞതുപോലെ ഏതാണ്, ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1ലാണ് നമുക്ക് എന്ത് വരിക, 1 mole ഗീവ്സ് 3 moles കിട്ടുക. അതുപോലെ തന്നെ 1 mole റിയാക്ട് ചെയ്തു 2 molesമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് AgNO3 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു, അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ അയോണൈസേഷൻ ഐസോമറിസം ഒക്കെ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളും കൂടെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ ടൈപ്സ് ഓഫ് ഐസോമറിസത്തിലേക്ക് വരുമ്പോൾ വി ഹാവ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഐസോമറിസം. അയണൈസേഷൻ ഐസോമറിസത്തിന് NCERT സ്പെസിഫിക് ആയിട്ട് കുറച്ച് എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകുന്നത് CONH3 5 times SO4 Br എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് എടുക്കുകയാണ്. ഇതിൻ്റെ മറ്റൊരു ഐസോമറാണ് CONH3 5 times BrSO4. കണ്ടോ, അതായത് ഇതൊരു ഐസോമർ ആണ് എന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്, കാരണം ഇവിടെ സെയിം ഫോർമുലയാണ്, രണ്ടിടത്തും ഓരോ കൊബാൾട്ട് ഉണ്ട്, രണ്ടിടത്തും 5 അമോണിയ ഉണ്ട്, രണ്ടിടത്തും ഓരോ SO4 ഉണ്ട്, രണ്ടിടത്തും ഓരോ Br- ഉണ്ട്. അപ്പോൾ ദേ ഹാവ് സെയിം ഫോർമുലയാണ്, പക്ഷേ ഇതിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യുവാന്ന് കരുതുക. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോണുകൾ ഡിഫറൻ്റ് ആണ്. അതാണ് അയണൈസേഷൻ ഐസോമറിസം എന്ന് വിളിക്കുക. അതായത് ഇതിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അയോൺ ഏതൊക്കെയാണ്, വി വിൽ ഗെറ്റ് CONH3 5 times SO4 പ്ലസ് Br- ഉണ്ടാവും. നേരെ മറിച്ച് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് ഏതാണ്, CONH3 5 times Br +2 അല്ലേ, Br2 + SO4 2- കിട്ടും.
അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് അയോൺസ് ആണ് നമുക്ക് കിട്ടുക. ഈ ഡിഫറെൻറ്റ് അയോൺസിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഡിഫറെൻറ്റ് അയോൺസ് കിട്ടിയെന്ന് നമ്മളെങ്ങനെയാണ് തിരിച്ചറിയുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ സിൽവർ നൈട്രേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്തു എന്ന് കരുതുക. ഇപ്പോൾ ഫസ്റ്റ് വണ്ണിനെ നമ്മൾ സിൽവർ നൈട്രേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്തു. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സിൽവർ നൈട്രേറ്റ് എന്ന് പറയുന്നത് കൗണ്ടർ അയോണുമായിട്ടാണ് റിയാക്ട് ചെയ്യുക, അല്ലേ? കൗണ്ടർ അയോണുമായിട്ടാണ്. അപ്പോൾ സിൽവർ നൈട്രേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സിൽവർ നൈട്രേറ്റും Br- കമ്പൈൻ ചെയ്ത് AgBr ഉണ്ടാവും. ഈ AgBrന് ഒരു പ്രത്യേകതയുണ്ട്, നമുക്കറിയാം പെയിൽ യെല്ലോ കളറാണ്, അല്ലേ? പെയിൽ യെല്ലോ കളറാണ്. അപ്പോൾ AgBr ഉണ്ടാവും. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മൾ SO4 - സിൽവർ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എന്തുണ്ടാകുന്നു? ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്താൽ ബേരിയം സൾഫേറ്റിൻ്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. നമ്മൾ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്താൽ ബേരിയം സൾഫേറ്റിൻ്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. അവിടെ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ AgBrൻ്റെ പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് അയോണൈസേഷൻ ഐസോമറിസം എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ പഠിക്കുക. ഐസോമറിസവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നതാണ് ഡിഫറെൻറ്റ് അയോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഐസോമറിസത്തിൻ്റെ പാർട്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഐസോമറിസം പറയുമ്പോൾ നമുക്ക് മറ്റൊരു ഐസോമറിസം ഉണ്ട്, കോർഡിനേഷൻ ഐസോമറിസം ഒക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം. കോർഡിനേഷൻ ഐസോമറിസം രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ഐസോമറിസം ആണ്. അതിന് മുന്നേ ഈ അയണൈസേഷൻ ഐസോമറിസത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഒന്ന് കേൾക്കാം. അതായത് കൗണ്ടർ അയോണിന് ലിഗാൻഡായിട്ടും കൂടെ ആക്ട് ചെയ്യാനായിട്ട് പറ്റണം, എന്നാലാണ് ഈ ടൈപ്പ് ഓഫ് ഐസോമറിസം ഉണ്ടാവുക. ഏത് ഐസോമറിസം? അയണൈസേഷൻ. സോ അയണൈസേഷൻ ഐസോമറിസത്തിൻ്റെ പ്രത്യേകത, ദ കൗണ്ടർ അയോൺ ഷുഡ് ഓൾസോ ഹാസ് ദ എബിലിറ്റി ടു ആക്ട് ആസ് ലിഗാൻഡ്. കൗണ്ടർ അയോണിന് ലിഗാൻഡായിട്ടും കൂടെ ആക്ട് ചെയ്യാനായിട്ട് പറ്റണം, അത് എപ്പോഴും മനസ്സിലുണ്ടാവണം. കോർഡിനേഷൻ ഐസോമറിസം എളുപ്പത്തിൽ നമ്മൾ പറയും, 2 സ്ക്വയർ ബ്രാക്കറ്റ് ഒക്കെ കാണുവാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CONH3 5 ടൈംസ് CONH3 6 ടൈംസ് തന്നെ എടുക്കാം. നമുക്ക് കോർഡിനേറ്റ് സിമ്പിൾ ആയിട്ടുള്ള CONH3 6 ടൈംസ് ആൻഡ് CrCN 6 ടൈംസ്. അതുപോലെ തന്നെ നമുക്ക് CrNH3 6 ടൈംസ്, CrNH3 6 ടൈംസ് ആൻഡ് COCN 6 ടൈംസ്. അപ്പോൾ ആക്ച്വലി എന്താണ് ഇവിടെ സംഭവിച്ചത്? സാധാരണ എളുപ്പത്തിൽ നമ്മൾ പറയും 2 സ്ക്വയർ ബ്രാക്കറ്റ് കാണുവാണെങ്കിൽ അത് കോർഡിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയും, അല്ലേ? പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുക ഇവിടെ ലിഗാൻഡുകളുടെ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. മെറ്റൽ ആറ്റങ്ങൾക്കിടയിൽ ലിഗാൻഡുകളുടെ ചേഞ്ച് സംഭവിച്ചിരിക്കുന്നു. എവിടെ? കോർഡിനേഷൻ ഐസോമറിസത്തിൽ. അപ്പോൾ ആൻ ഇൻ്റർചേഞ്ചിങ് ഓഫ് ലിഗാൻഡ് ടേക്സ് പ്ലേസ്. കംപ്ലീറ്റ് ആയിട്ടൊരു ചേഞ്ചാണ് ഞാനിവിടെ വരുത്തിയേക്കുന്നത്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചേഞ്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല, പാർഷ്യലി ആയിട്ടും ചേഞ്ച് ചെയ്താലും മതി. അപ്പോൾ ഏതർ കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി ലിഗാൻഡുകൾ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ടാകുന്ന എല്ലാ കേസും ഇതിൻ്റെ ഐസോമറായിട്ട്, കോർഡിനേഷൻ ഐസോമറായിട്ട് നമ്മൾ പറയേണ്ടി വരും. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഐസോമർ തന്നെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? CONH3 5 ടൈംസ് ഞാൻ എഴുതി, CN ഒരെണ്ണം ആഡ് ചെയ്തു ഇവിടെ, ആൻഡ് CrCN 5 ടൈംസ് NH3. കണ്ടോ? സെയിം ഫോർമുലയാണ്. ഇന്റർചേഞ്ചിങ് ഓഫ് ലിഗാൻഡ് നടന്നിട്ടുണ്ട്. CNനും അമോണിയയും തമ്മിൽ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ ഓരോന്ന് വെച്ച്. ഇവിടെ ഇപ്പോൾ 6 എണ്ണം ചേഞ്ച് ചെയ്തെങ്കിൽ ഇവിടെ ഓരോന്ന് വെച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പോസിബിലിറ്റീസ് എല്ലാം ഈ കോർഡിനേഷൻ ഐസോമറിസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പലർക്കും സംശയം വരാറുണ്ട്, ഇതിൽ എത്ര എണ്ണം ഇതുപോലെ എഴുതാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിൽ മെറ്റൽ ആറ്റം ഡിഫറൻ്റ് ആണെങ്കിൽ എത്ര എണ്ണം എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 പോസിബിലിറ്റീസ് ആയിരിക്കും നമുക്കുണ്ടാവുക. ഇതുപോലെ നമുക്ക് 6 പോസിബിലിറ്റീസ് എഴുതാനായിട്ട് പറ്റും. ഈ പോസിബിലിറ്റീസ് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യത്തെ പാർട്ട് കാറ്റയോണും രണ്ടാമത്തെ പാർട്ട് ആനയോണുമായിട്ട് എക്സിസ്റ്റ് ചെയ്യണം. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ പോസിബിലിറ്റി എഴുതി വരുമ്പോൾ ഓരോന്ന് കുറച്ച് ഇവിടെ CN ഇട്ട് ഇങ്ങനെ കുറച്ച് വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ 2 0 ആയിപ്പോൾ അത് പോസിബിൾ അല്ല. ഇത് ഫസ്റ്റ് പാർട്ട് ഷുഡ് ബി കാറ്റയോൺ ആൻഡ് സെക്കൻഡ് പാർട്ട് ഷുഡ് ബി ആനയോൺ ആയിരിക്കണം. അങ്ങനെ തന്നെ ഉള്ള പോസിബിലിറ്റിയാണ്. ആ പോസിബിലിറ്റി 6 ആണേ നമുക്ക് പറ്റത്തുള്ളൂ. എന്നാൽ മെറ്റൽ സെയിം ആണെങ്കിൽ, ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്, മെറ്റൽ അവിടെ രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് നേർപകുതി 3 പോസിബിലിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ആ പോസിബിളായിട്ട് അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഡിഫറെൻറ്റ് മെറ്റൽ ആറ്റം ആണെങ്കിൽ 6 പോസിബിലിറ്റി ഉണ്ട്, സെയിം മെറ്റൽ ആറ്റം ആണെങ്കിൽ 3 പോസിബിലിറ്റീസ് ആണ് ഉണ്ടാവുക. ഇനി ടെട്രാഹെഡ്രൽ കോംപ്ലക്സിലേക്ക് അല്ലെങ്കിൽ കോർഡിനേഷൻ നമ്പർ 4 ഉള്ള സ്പീഷീസിലേക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, മെറ്റൽ ഡിഫറൻ്റ് ആണെങ്കിൽ, കോർഡിനേഷൻ നമ്പർ 4 ഉള്ള സ്പീഷീസിൽ മെറ്റൽ ഡിഫറൻ്റ് ആണ് വരുന്നതെങ്കിൽ 4 വരും, മെറ്റൽ സെയിം ആണെങ്കിൽ 2 വരും. ഇതേ പാറ്റേണിൽ തന്നെ അതും പോകും. അപ്പം അത് കോർഡിനേഷൻ ഐസോമറിസവുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞത് മാത്രമേ. ഈ 2 ഐസോമറിസവും കൂടെ നമുക്കുള്ളൂ NCERT-യിൽ. അത് ലിങ്കേജ് ഐസോമറിസമാണ്. ലിങ്കേജ് ഐസോമറിസം അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട തിയറിയും കൂടെ പഠിച്ചാൽ അത്രയും നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ലിങ്കേജ് ഐസോമറിസത്തിലേക്ക് വരുമ്പോൾ ആംബിഡൻ്റെ ലിഗാൻഡിൻ്റെ പ്രസൻസ് ആണ്. ആംബിഡൻ്റെ ലിഗാൻഡ്, അപ്പോൾ അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോംപ്ലക്സ് ആണ് ജോർജൻസൺ കോംപ്ലക്സ്, അല്ലേ? ജോർജൻസൺ കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് CONH3 5 ടൈംസ് NO2 Cl2 ആണ്. നൈട്രജനിലൂടെ കോർഡിനേറ്റ് ബോണ്ട് ചെയ്യുമ്പോൾ അതിന് യെല്ലോ കളറാണ് വരിക, യെല്ലോ കളറാണ് ഇൻ കളർ. നേരെ മറിച്ച് ഇതേ ജോർജൻസൺ കോംപ്ലക്സ് CONH3 5 ടൈംസ്
CONH3 5 ടൈംസ് ONO ഉണ്ട്. അതിന് ഏതാണ് വരിക? റെഡ് കളറാണ് വരിക. ഓക്സിജനിലൂടെ കോർഡിനേറ്റ് ബോണ്ട് ചെയ്തിട്ടുള്ള കോംപ്ലക്സിന്. അപ്പോൾ ഇതാണ് നമ്മൾ എന്തായിട്ട് പറയുക? ലിങ്കേജ് ഐസോമറിസമായിട്ട് പറയുക. അപ്പം ആംബിഡൻ്റ് ലിഗാൻഡിൻ്റെ പ്രസൻസ് കണ്ടിട്ട് പെട്ടെന്ന് നമുക്ക് ലിങ്കേജ് ഐസോമറിസത്തിലേക്ക് വരാം. പിന്നെ നമുക്ക് സോൾവേറ്റ് ഓർ ഹൈഡ്രേറ്റ് ഐസോമറിസവും കൂടിയാണ് ഉള്ളത്. അപ്പോൾ സോൾവേറ്റ് ഓർ ഹൈഡ്രേറ്റ് ഐസോമറിസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുക. അപ്പം CrH2O 6 ടൈംസ് Cl3 വയലറ്റ് കളറിലുള്ളത്. അതുപോലെ തന്നെ CrH2O 5 ടൈംസ് Cl2 H2O നമുക്കിവിടെ ഗ്രേ ഗ്രീൻ കളറുള്ളത്. അപ്പോൾ ഇത് വയലറ്റ് കളറിലുള്ളതാണ്, കോംപ്ലക്സ് ആണ്. ഇത് ഗ്രേ ഗ്രീൻ കളറാണ്, ഗ്രേ ഗ്രീൻ. ഈ കളർ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഈ ലാസ്റ്റ് JEEക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കളർ എവിടെ ചോദിച്ചാലും നമ്മൾ കാണാതെ പഠിച്ചേ പറ്റുള്ളൂ, മെമ്മറൈസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം കളർ കണ്ടെത്താനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, കളർ അത് കാണിച്ചതാണ്. അപ്പോൾ അതങ്ങനെയാണ് എന്നറിഞ്ഞിരിക്കുക. അപ്പോൾ സോൾവേറ്റ് ഹൈഡ്രേറ്റ് ഐസോമറിസം വാട്ടർ ലിഗാൻഡ് ആയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഹൈഡ്രേറ്റ് എന്നൊക്കെ പറയും. ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഇത് ഈ സിമിലർ ടു ഏത് ഐസോമറിസമാണ്? അയണൈസേഷൻ ഐസോമറിസമാണ് അല്ലേ. അയണൈസേഷൻ ഐസോമറിസത്തിന് സിമിലർ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഐസോമറിസമാണ് സോൾവേറ്റ് ഓർ ഹൈഡ്രേറ്റ് ഐസോമറിസം. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഐസോമറിസങ്ങളെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് വന്നു കഴിഞ്ഞാൽ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഹാസ് ലാർജസ്റ്റ് നമ്പർ ഓഫ് ഐസോമർ? അപ്പോൾ ഐസോമറുകളെ പറ്റിയാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഐസോമറുകളെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം ടെട്രാഹീഡൽ ഒക്ടാഹീഡൽ കോംപ്ലക്സുകളുടെ ഐസോമറുകൾ നമുക്കുണ്ട്. ടെട്രാഹീഡൽ ഒക്ടാഹീഡൽ കോംപ്ലക്സുകൾ കോർഡിനേഷൻ നമ്പർ 4 ഉള്ള സ്പീഷീസിനും കോർഡിനേഷൻ നമ്പർ 6 ഉള്ള സ്പീഷീസിൻ്റെ ഐസോമർ നമുക്കുണ്ട്. അതിൽ നമ്മൾ കോർഡിനേഷൻ നമ്പർ 4 ഉള്ള സ്പീഷീസിലേക്ക് വരുമ്പോൾ നമുക്ക് 2 എണ്ണമാണ് പോസിബിലിറ്റി, ജിയോമെട്രി പോസിബിലിറ്റി ഉള്ളത്. ഒന്ന് ടെട്രാഹീഡൽ, രണ്ടാമത് നമുക്കുള്ളത് സ്ക്വയർ പ്ലാനാറാണ്. അതിൽ ജിയോമെട്രിക്കൽ ഐസോമറിസം ടെട്രാഹീഡൽ കോംപ്ലക്സ് ആരും തന്നെ കാണിക്കുന്നില്ല. സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നുണ്ട്. അടുത്ത നമുക്കുള്ളത് ഒപ്റ്റിക്കൽ ഐസോമറിസം ആണ്. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ടെട്രാഹീഡൽ കോംപ്ലക്സുകൾ പലരും ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. എന്നാൽ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകൾ ആരും തന്നെ ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല, കാരണം ഒരു പ്ലെയിനോ സിമെട്രിയുടെ പ്രസൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ടെട്രാഹീഡൽ കോംപ്ലക്സുകൾക്ക് ജിയോമെട്രിക്കൽ ഇല്ല, സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകൾക്ക് ജിയോമെട്രിക്കൽ ഉണ്ട്. എന്നാൽ എല്ലാ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകളും ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല കേട്ടോ. ഇപ്പം കാണിക്കില്ല എന്ന് പറഞ്ഞാൽ കാണിക്കില്ല എന്നത് തന്നെയാണ്, എന്ന് പറഞ്ഞാൽ ആരും കാണിക്കില്ല. പക്ഷെ കാണിക്കും എന്നതിൻ്റെ അർത്ഥം എല്ലാവരും കാണിക്കുമെന്ന് മനസ്സിലാക്കി വെച്ചേക്കരുത്. കാരണം എല്ലാ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകളും ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിക്കില്ല. പക്ഷേ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകൾക്ക് ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാം, അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കോർഡിനേഷൻ നമ്പർ 4 ഉള്ള സ്പീഷീസിലേക്ക് വരുമ്പോൾ ഉള്ളത്, അതുപോലെ കോർഡിനേഷൻ നമ്പർ 6 ഉള്ള സ്പീഷീസ്. ഈ കോർഡിനേഷൻ നമ്പർ 6 ഉള്ള സ്പീഷീസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അത് ഒക്ടാഹീഡലാണ് ഉള്ളത്. അതിന് ജിയോമെട്രിക്കലും കാണിക്കാൻ പറ്റുന്നവരുണ്ട്, ഒപ്റ്റിക്കലും ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉള്ളവരും ഉണ്ട്. പക്ഷേ നമ്മളെല്ലാ ഒക്ടാഹീഡൽ കോംപ്ലക്സുകളും ജിയോമെട്രിക്കലും ഒപ്റ്റിക്കലും കാണിക്കുമെന്നൊന്നും അർത്ഥമാക്കരുത്. അതിൻ്റെ അർത്ഥം അവർക്ക് കാണിക്കാമെന്നാണ്. ജിയോമെട്രിക്കൽ ഐസോമറിസവും കാണിക്കാം, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയും കാണിക്കാം, പക്ഷേ ചിലർ കാണിക്കില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ MA6 ടൈപ്പ് ഒക്ടാഹീഡൽ കോംപ്ലക്സ് ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. MA6 ടൈപ്പ് എന്താണ്? MA6 ടൈപ്പ് എന്ന് പറഞ്ഞാൽ M ഫോർ മെറ്റലാണ്, A എന്ന് പറയുന്നത് ലിഗാൻഡ് ആണ്. അപ്പോൾ മോണോഡെൻഡേറ്റ് ആയിട്ടുള്ള ലിഗാൻഡ്, അതാണ് A, മോണോഡെൻഡേറ്റ് ആയിട്ടുള്ള ലിഗാൻഡ്. മോണോഡെൻഡേറ്റ് എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി 1 ആണ്, ഒരു കോർഡിനേറ്റ് ബോണ്ടാണ് മെറ്റൽ ആറ്റവുമായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അങ്ങനെ മോണോഡെൻഡേറ്റ് ആയിട്ടുള്ള ലിഗാൻഡ് MA6 ടൈപ്പിലേക്ക് വരുമ്പോൾ അവിടെ ജിയോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത് നമുക്ക് 0 ആണ് വരിക. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇല്ല, ജിയോമെട്രിക്കൽ ഐസോമറിസം 0 ആണ്. കണ്ടോ? അപ്പോൾ അതൊരു ഒക്ടാഹീഡൽ കോംപ്ലക്സ് ആണ്, പക്ഷേ ജിയോമെട്രിക്കലി ഐസോമറിസം ഒന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിൽ ഒരു വ്യത്യാസം കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഇതൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് നമുക്ക് വരേണ്ടിയിരിക്കുന്നു. നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ലാർജസ്റ്റ് നമ്പർ ഓഫ് ഐസോമർ എന്നാണ് ചോദ്യം. ലാർജസ്റ്റ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അതായത് ഈ ഒരു ജിയോമെട്രിക്കൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ JEEക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഒപ്റ്റിക്കലി ലാർജസ്റ്റ് നമ്പർ ഓഫ് ഐസോമർ ഉള്ളത് ഏതിനാണെന്നാണ് ചോദ്യം. ലാർജസ്റ്റ് നമ്പർ ഓഫ് ഐസോമർ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ടൈപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് COEN twice Cl2 ആണ്. COEN twice Cl2 പ്ലസ് ആണ് നമുക്ക് ആദ്യത്തെ എക്സാമ്പിളായിട്ട് വന്നേക്കുന്നത്. COEN twice Cl2 പ്ലസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇത് ഏത് ടൈപ്പാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ദാറ്റ് ഈസ് M സിമെട്രിക്കൽ ആയിട്ടുള്ള ബൈഡൻ്റെ ലിഗാൻഡ് 2 എണ്ണം വന്നിട്ടുണ്ട്. MAA2A2 ടൈപ്പാണ്. MAA2A2 ടൈപ്പ് സിമെട്രിക്കൽ ആയിട്ടുള്ള ബൈഡൻ്റെ ലിഗാൻഡ് 2 എണ്ണം വന്നിട്ടുണ്ട്. പിന്നെ മോണോഡെൻഡേറ്റ് ആയിട്ടുള്ള 2 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ ബൈഡൻ്റെ ലിഗാൻഡ് വരാം, മോണോഡെൻഡേ ലിഗാൻഡ് വരാം. അപ്പം ഇവിടെ നമുക്ക് NCERTയിലുള്ള ആ ഒരു ഓപ്ഷൻസുകൾ മാത്രം നമുക്ക് നോക്കാം. ഇതെല്ലാം ഒക്ടാഹീഡൽ കോംപ്ലക്സ് ആയതുകൊണ്ട് MA6 NCERTയിലുണ്ട്.
അതുപോലെ തന്നെ നമുക്ക് MA5B ടൈപ്പ് കോംപ്ലക്സും NCERT പഠിക്കാനുണ്ട്. അതുപോലെ നമുക്ക് MA4B2 ടൈപ്പ് കോംപ്ലക്സുകളും NCERT പഠിക്കാനുണ്ട്. അതുപോലെ നമുക്ക് MA4BC ടൈപ്പ് കോംപ്ലക്സ് NCERT പഠിക്കാനുണ്ട്. അതുപോലെ നമുക്ക് MA3B3 ഉണ്ട് NCERTയിൽ. മോണോഡെൻഡൈൽ ലിഗാൻഡ് വരുന്ന ഇത്രയും പേരാണ് നമുക്ക് NCERTയിലുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ടോട്ടൽ സ്റ്റീരിയോ ഐസോമറിസം നമുക്ക് ഒന്ന് നോക്കണം. ടോട്ടൽ സ്റ്റീരിയോ ഐസോമറിസം അപ്പോൾ 0 0 2 2 2 ആണ് ടോട്ടൽ സ്റ്റീരിയോ ഐസോമറിസം എന്ന് വിളിക്കുക. അപ്പോൾ അതിൽ ജിയോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്, എനാൻഷ്യോമറിക് പെയറും ഉണ്ട്. ജിയോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്, നമുക്കതുപോലെ തന്നെ എനാൻഷ്യോമറിക് പെയറുണ്ട്. എനാൻഷ്യോമറിക് പെയർ എന്ന് പറയാൻ കാരണം ഡെക്സ്ട്രോ ലീവോ എന്നുള്ള മീനിങ്ങിലാണ്. ജിയോമെട്രിക്കൽ ഐസോമറിസം 0 0 2 2 2 ആണ്. അപ്പോൾ എനാൻഷ്യോമറിക് പെയർ എന്ന് പറയുന്നത് 0 ആയിരിക്കും എല്ലാം അല്ലേ. കാരണം ടോട്ടൽ എന്ന് പറയുമ്പോൾ ജിയോമെട്രിക്കലും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് സിലബസിലുള്ള മോണോഡെൻഡേറ്റ് ആയിട്ടുള്ള ലിഗാൻഡ് വരുന്ന ഒക്ടാഹിഡൽ കോംപ്ലക്സുകളിൽ ആരും തന്നെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉള്ളവരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല എന്നൊന്നും അല്ല എൻ്റെ അർത്ഥം. താഴേക്ക് വരുന്ന ഇത് സിലബസിലുള്ളത് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ MA6ലേക്ക് വരുമ്പോൾ ടോട്ടൽ സ്റ്റീരിയോ ഐസോമറിസം 0 ആണ്. ജിയോമെട്രിക്കലി ആക്റ്റീവ് ഇല്ല, ഒപ്റ്റിക്കലി ആക്റ്റീവും അല്ല. MA5Bയും അങ്ങനെ തന്നെയാണ്. പക്ഷേ MA4B2ലേക്ക് വരുമ്പോൾ ജിയോമെട്രിക്കൽ ഐസോമറിസം മാത്രമേ ഉള്ളൂ. അത് 2 എണ്ണം ഉണ്ട്. അപ്പോൾ അത് 2 എണ്ണം ഉണ്ടെന്ന് പറയുമ്പോൾ ഒരെണ്ണം സിസ്സും മറ്റത് ട്രാൻസും ആണ് അവിടെ വരിക കേട്ടോ. ഒരെണ്ണം സിസ് വരും, ഒരെണ്ണം എന്ത് വരും, ട്രാൻസ് വരും. MA4BCയിലും ഒരെണ്ണം സിസ്സും ഒരെണ്ണം ട്രാൻസും വരും. MA3B3യിൽ ഫേഷ്യൽ ആൻഡ് മെറിഡിനൽ ഐസോമറിസം ആണ് വരിക. നിങ്ങൾക്കറിയാം ഫേഷ്യൽ മെറിഡിനൽ ഐസോമറിസം ആണ്. ഇത് മോണോഡെൻഡേ ലിഗാൻഡ് വരുന്ന കേസാണ് കേട്ടോ. ഇതുപോലെ ബൈഡെൻഡേ ലിഗാൻഡ് വരുന്ന കേസ് നമുക്കുണ്ട്. ഇപ്പോൾ ബൈഡെൻഡേ ലിഗാൻഡ് വരുന്ന കേസിൽ ഒന്നാമത്തത് MAA3 ആണ്. MA3 NCERTയിലുള്ള 2 എണ്ണേ ഉള്ളൂ. MAA3 ഉണ്ട്. രണ്ടാമത്തെ നമുക്ക് MAA2A2 ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഓപ്ഷനാണ് ആദ്യത്തെ ഓപ്ഷൻ. അപ്പോൾ അതിൽ ടോട്ടൽ സ്റ്റീരിയോ ഐസോമറിസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ സ്റ്റീരിയോ ഐസോമറിസം 2, ഇവിടെ നമുക്ക് 3 എണ്ണമാണ് വരിക. ടോട്ടൽ സ്റ്റീരിയോ ഐസോമറിസം 2 3 അങ്ങനെയാണ് വരിക ടോട്ടൽ സ്റ്റീരിയോ ഐസോമറിസം. അതായത് ജിയോമെട്രിക്കലും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് എനാൻഷ്യോമറിക് പെയറും ഉണ്ട്. എനാൻഷ്യോമറിക് പെയറും ഉണ്ട്. ജിയോമെട്രിക്കൽ എന്ന് പറയുന്നത് ഇവിടെ ഒന്നും തന്നെ ഇല്ല. എനാൻഷ്യോമറിക് പെയറാണ് 2 എണ്ണം ഉള്ളത്. ഇവിടെ നമുക്ക് ജിയോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ട്. എനാൻഷ്യോമറിക് പെയർ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ MAA2A2ലേക്ക് വരുമ്പോൾ ജിയോമെട്രിക്കൽ ഐസോമറിസം എനാൻഷ്യോമറിക് പെയർ എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഒരെണ്ണം കൊടുത്താൽ മതി, 1 ആണ്. അതായത് പെയർ എന്നാണ്, എനാൻഷ്യോമറിക് പെയർ ആണ്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ഡെക്സ്ട്രോയും ഒരു ലീവോയും ഉണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 ടോട്ടൽ ജിയോമെട്രിക്കൽ ഐസോമറിസം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവിടെയും ചിലർ ചോദിക്കും ഇവിടെ 1 ആണ്, അപ്പോൾ ഡെക്സ്ട്രോയും ലീവോയും ഉണ്ട്, അപ്പോൾ 2 2 4 അല്ലേ വരേണ്ടത്. പക്ഷേ നമ്മളിവിടെ 3 എണ്ണമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? MAA2A2ലേക്ക് വരുമ്പോൾ, അതായത് ഈ ടൈപ്പിലേക്ക് വരുമ്പോൾ ഇതിന് സിസ്സും ട്രാൻസും ഉണ്ട്. നിങ്ങൾ NCERTയിലുള്ളതാണ്, സിസ്സും ട്രാൻസും ഉണ്ട്. അതിന് സിസ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. സിസ്സിന് ഡെക്സ്ട്രോയും ഉണ്ട്, ലീവോയും ഉണ്ട്. പക്ഷേ ട്രാൻസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവാണ്. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോംപ്ലക്സിൻ്റെ ടോട്ടൽ എത്ര ഐസോമർ വന്നു? സിസ്സിൻ്റെ ഡെക്സ്ട്രോ ഉണ്ട്, സിസ്സിൻ്റെ ലീവോയും ഉണ്ട്, പിന്നെ ട്രാൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ 3ന്റെ കണക്ക് വന്നത്. അപ്പോൾ സിസ്സും ഉണ്ട്, ട്രാൻസും ഉണ്ട്. അതായത് ജിയോമെട്രിക്കൽ ഐസോമറിസത്തിലേക്ക് വരുമ്പോൾ ഒരെണ്ണം സിസ്സും ഒരെണ്ണം ട്രാൻസുമാണ്. അതിൽ സിസ് ഒപ്റ്റിക്കലി ആക്റ്റീവാണ്, ട്രാൻസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവാണ്. അപ്പോൾ അങ്ങനെയാണ് ആ കോംപ്ലക്സ് വന്നേക്കുന്നത്. നമുക്കിവിടെ ഈ ഒരു എക്സാമ്പിളിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പലരും പല ഓപ്ഷൻസും പറയുന്നു. 3 ആണോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. COEN twice CL2 ആണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എത്ര എണ്ണമാണ് വരിക? COEN twice CL2ലേക്ക് വരുമ്പോൾ ഇത് നമ്മളിപ്പോൾ പഠിച്ച MAA2A2 ടൈപ്പാണ്. അപ്പോൾ 3 എണ്ണമാണ് ടോട്ടൽ വരിക അല്ലേ. നമുക്ക് അടുത്തുള്ള CONS3 5 times CL ആണ്. MA5B ആണ്. MA5Bയിലേക്ക് വരുമ്പോൾ ടോട്ടൽ സ്റ്റീരിയോ ഐസോമറിസം എന്ന് പറയുന്നത് 0 ആണ്. അടുത്ത നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ MA2BC ആണ് അല്ലേ. MA2BC ആണ് അവിടെ വന്നേക്കുന്നത്. അപ്പോൾ അതൊരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഒക്ടാഹിഡൽ കോംപ്ലക്സ് അല്ല, ടെട്രാഹിഡൽ കോംപ്ലക്സ് ആണ്. അപ്പോൾ ഈ ഒരു ടെട്രാഹിഡൽ കോംപ്ലക്സിലേക്ക് വരുമ്പോൾ നമ്മൾ MA2BC ടൈപ്പിലേക്ക് വരുമ്പോൾ എത്ര എണ്ണം കാണിക്കും? 2 എണ്ണമാണ് കാണിക്കുക. സിസ്സും ട്രാൻസും ആയിരിക്കും കാണിക്കുക. MA2BC സിസ്സും ട്രാൻസും ആണ് കാണിക്കുക, 2 എണ്ണേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ MA4B2 ആണ്. MA4B2 നമ്മളിപ്പോൾ എഴുതി വെച്ചതേ ഉള്ളൂ. MA4B2 എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണമാണ് ടോട്ടൽ ഉള്ളത്. MA4B2 സിസ്സും ട്രാൻസും ഉള്ളൂ, 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ കൂടുതൽ സ്റ്റീരിയോ ഐസോമറിസം കാണിക്കുന്നത് ഓപ്ഷൻ 1 ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ് നമുക്ക് വരിക. ചിലർ 3 ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് കാരണം നമ്മൾ ആ ഒരു ടെട്രാഹിഡൽ അല്ല സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിലേക്ക് വരുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ്. സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിൽ ആണ് നമുക്കത് കാണിക്കുക. അപ്പോൾ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിലേക്ക് വരുമ്പോൾ MA4 ടൈപ്പ് ഉള്ളതുകൊണ്ട്, അതുപോലെ തന്നെ നമുക്ക് MA3B ഉണ്ട്, അതുപോലെ നമുക്ക് MA2B2 ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് MA2BC ടൈപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു ടൈപ്പ് അവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വന്നേക്കുന്നത് MABCD ഉണ്ട്. MABCD ഉണ്ട്.
അപ്പോൾ ഈ 4 ഡിഫറെൻറ്റ് പോസിബിലിറ്റി 5 ഡിഫറെൻറ്റ് പോസിബിലിറ്റിയാണ്. അപ്പോൾ MA4 വരുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ സ്റ്റീരിയോ ഐസോമർസും ടോട്ടൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 0 ആണ്. MA3Bക്കും 0 ആണ്. MA2B2 രണ്ടെണ്ണം ഉണ്ട്, അതായത് സിസും അതുപോലെ തന്നെ എന്തും കാണിക്കും, ട്രാൻസും കാണിക്കും. MA4A2BCക്കും രണ്ടെണ്ണേ ഉള്ളൂ, അതായത് സിസും ഉണ്ട് അതുപോലെ തന്നെ ട്രാൻസും ഉണ്ട്. MABCD അതായത് 4 ഡിഫറെൻറ്റ് ലിഗാൻഡുള്ള സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് വന്നാൽ 3 എണ്ണം കാണിക്കും. അതിൽ 2 എണ്ണം സിസ്സാണ്, 1 എണ്ണം ട്രാൻസാണ്. 2 സിസ് 1 ട്രാൻസ്. അപ്പോൾ ഈ നമ്പറിങ് സിസ്റ്റം ഒക്കെ ജസ്റ്റ് നിങ്ങൾ തിയററ്റിക്കൽ ക്ലാസ്സിൽ ഒന്ന് പഠിക്കുക, അല്ലെങ്കിൽ അതൊന്ന് ഓർത്തിരുന്നാൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് സിലബസിലുള്ളത്, അതൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഇവരുടെ എനാൻഷ്യോമറിക് പെയറൊന്നും നമ്മൾ എഴുതത്തില്ല, കാരണം അവർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകളിൽ ജിയോമെട്രിക്കൽ ഐസോമറിസം മാത്രമേ കാണിക്കുന്നുള്ളൂ. ആ ജിയോമെട്രിക്കൽ ഐസോമറിസത്തിൻ്റെയാണ് ഇവിടെ എഴുതിയത്. പക്ഷേ ഒക്ടാഹെഡ്ര കോംപ്ലക്സിന് ജിയോമെട്രിക്കലും കാണിക്കാം, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉള്ളതുകൊണ്ടാണ് 2 കോളങ്ങൾ വെച്ചിട്ട് പിന്നെ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ എനിവേ നമുക്ക് ഇവിടെ റൈറ്റ് ആൻസർ വരിക ഓപ്ഷൻ 1 ആണ്, കാരണം അവിടെ ടോട്ടൽ 3 ഐസോമറിസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് സിസും ഉണ്ടാവും, ട്രാൻസും ഉണ്ടാവും, സിസിൻ്റെ ഡെക്സ്ട്രോയും ലീവോയും ഉണ്ട്, പിന്നെ ട്രാൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ 3 എണ്ണം വന്നത്. അപ്പോൾ ഈ നമ്പറിങ് സിസ്റ്റം ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഞാനിവിടെ ഈ കൊടുത്തിരിക്കുന്ന നമ്പർ ഇപ്പോൾ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. ഈ A B എന്നൊക്കെ എഴുതിയിരിക്കുന്നത് മോണോഡൻ്റെ ലിഗാൻഡ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ നമ്മൾ A എന്നൊക്കെ എഴുതിയേക്കണം സിമെട്രിക്കൽ ആയിട്ടുള്ള ബൈഡൻ്റെ ലിഗാൻഡ് വരുന്നതാണ്. ഇതുപോലെ അൺസിമെട്രിക്കൽ ബൈഡൻ്റെ ലിഗാൻഡ് വരുന്ന ഓപ്ഷൻസും ഉണ്ട്, പക്ഷേ അതൊന്നും നമുക്ക് NCERT ഇല്ല. NCERT ഉള്ളത് സിമെട്രിക്കൽ ബൈഡൻ്റേറ്റ് വരുന്ന ഈ 2 എക്സാമ്പിളും മോണോഡൻ്റെ ലിഗാൻഡ് വരുന്ന ഈ 5 എക്സാമ്പിളുമാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അത് നമ്മൾ ഒന്ന് JEE ആയിട്ട് ബന്ധപ്പെട്ടൊന്ന് പഠിച്ചാൽ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഈ പ്രാവശ്യത്തെ എക്സാമിന്. അപ്പോൾ ഐസോമറിസവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള 2 കാര്യങ്ങളാണ്, ജിയോമെട്രിക്കലും അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയുടെ 2 കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ആ 2 എണ്ണം വൃത്തിയായിട്ട് അങ്ങ് പഠിച്ചോളുക. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. കോർഡിനേഷനിൽ തന്നെയുള്ള അടുത്ത ചോദ്യമാണ്. ദ കറക്റ്റ് ഓർഡർ ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് സ്പിൻ ഓൺലി വാല്യൂ ആണ് ഇൻ എമംഗ് ദം എന്നാണ് ചോദ്യം. കറക്റ്റ് ഓർഡർ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. മാഗ്നറ്റിക് മൊമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം. മാഗ്നറ്റിക് മൊമെന്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അൺപെയർഡ് ഇലക്ട്രോണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. അൺപെയർഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുമ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ എന്ന് പറയുന്നത് കൂടും. അപ്പം നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ എന്ന് പറയുന്നത് μ = √n/n+2 ആണ്. ഇതൊക്കെ നമുക്കറിയാം, √n/n+2 ആണ്. വേറെ n is a number of unpaired electron ആണ്. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് മാറുന്നതനുസരിച്ച് മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ കൂടുമെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ കൂടുതലുള്ളവർക്ക് മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുള്ള അയോണുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. എല്ലായിടത്തും ഒരേ ടൈപ്പാണ് കൊടുത്തേക്കുന്നത്. അയൺ ഒരേ കോംപ്ലക്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യമേ അതൊന്ന് നോക്കിയേക്കണം. അതായത് MnCl4 2- ഉണ്ട്, COCl4 2- ഉണ്ട്, FeCN6 4- ഉണ്ട് അല്ലേ. എല്ലായിടത്തും അത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അവരെ തന്നെ മാറ്റി മറിച്ച് ഇട്ടേക്കുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മാംഗനീസിൻ്റെ എടുക്കുവാണെങ്കിൽ മാംഗനീസ് 2+ ഉണ്ട്. നമുക്ക് അയൺ ആണ് എടുക്കുന്നതെങ്കിൽ Fe2+ ആണ് അല്ലേ. FeCN6 4- വരുമ്പോൾ അയൺ 2+ ആണ്. പിന്നെ നമുക്ക് കൊബാൾട്ടിൻ്റെ ഉള്ളത് എനിക്ക് തോന്നുന്നു, കൊബാൾട്ട് ഇവിടെ നമുക്ക് Cl4 2- ആണ്. അപ്പോൾ കൊബാൾട്ടും 2+ ആണ്. അപ്പോൾ മാംഗനീസിൻ്റെ കോൺഫിഗറേഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം Mn2+ എന്ന് പറയുമ്പോൾ 3d5 വരും. കാരണം മാംഗനീസ് എന്ന് പറയുന്നത് നമുക്കറിയാം 3d5 4s2 ആണ്. മാംഗനീസിലേക്ക് വരുമ്പോൾ അയണിലേക്ക് വരുമ്പോൾ 3d6 4s2 ആണ്. അപ്പോൾ അയൺ 2+ലേക്ക് വരുമ്പോൾ 3d6 വരും. കൊബാൾട്ടിലേക്ക് വരുമ്പോൾ 3d7 4s2 ആണ്. അപ്പോൾ കൊബാൾട്ട് 2+ എന്ന് പറയുമ്പോൾ 3d7 വരും. അപ്പോൾ മേധ പറയുന്നു ആൻസർ ഓപ്ഷൻ 4 ആണെന്ന് ഇപ്പോഴേ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ആൻസർ 4 ആണോ ഏതാണ് നമുക്ക് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം വെച്ചിട്ടാണ് പറയുക. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഈ D5 D6 D7 വെച്ച് മാത്രം അൺപെയ്ഡ് ഇലക്ട്രോൺ കാണാൻ പോയാൽ ചിലപ്പോൾ നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അവസാനം തെറ്റിക്കുന്ന ഒരു സാധ്യത ഉണ്ടാകും. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ലിഗാൻഡ് വരുമ്പോൾ ലിഗാൻഡ് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് നോക്കണം അല്ലേ. സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡ് വരുമ്പോൾ അവിടെ ഒരു ടെൻഡൻസി ഉണ്ട് ടു ഫോഴ്സ് ടു പെയർ അപ്പ് അല്ലേ. ഇപ്പോൾ 3d5 വരുമ്പോൾ നമുക്കറിയാം ഡിയിൽ 5 ഇലക്ട്രോൺ ആണ് നമുക്കുള്ളത്, അല്ല 5 ഓർബിറ്റിലാണ് നമുക്കുള്ളത്. അവിടെ എല്ലാം ഓരോ ഇലക്ട്രോൺ ഉണ്ട്, 1 2 3 4 5 ഉണ്ട്. 3d6 വരുമ്പോൾ ഇതാണ് അവസ്ഥ. 3d6 1 2 3 4 5 and 6. 3d7 വരുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 and 7. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കോൺഫിഗറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലോറിൻ ഉണ്ട്, എല്ലായിടത്തും ക്ലോറിൻ ആണ്. പിന്നെ ഒരെണ്ണം CN ആണ്, അയൻ്റെ കൂട്ടത്തിൽ വന്നേക്കുന്ന CN ആണ്. CN എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സ്ട്രോങ് ലിഗാൻഡ് ആണ്. അപ്പോൾ CN സ്ട്രോങ് ലിഗാൻഡ്. അപ്പോൾ അയൻ്റെ കൂടുതൽ CN വന്നാൽ സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് ഫോഴ്സ്ഡ് പെയറപ്പ് നടക്കും. അവൻ ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യും, CN6 ആണ് അല്ലേ.
ഫോഴ്സ്ഫുള്ളി പെയറപ്പ് ചെയ്യും. എന്നിട്ട് ഈ 2 d ഓർബിറ്റലിൽ കയറി അവൻ ഒക്കുപ്പൈ ചെയ്യും നമുക്കറിയാം. അപ്പോൾ സ്ട്രോങ് ലിഗാൻഡ് ആണോ വീക്ക് ലിഗാൻഡ് ആണോ എന്ന് നോക്കിക്കോണം. നേരെ മറിച്ച് ക്ലോറിൻ ആണെങ്കിൽ വീക്ക് ലിഗാൻഡ് ആണ്. അപ്പോൾ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ ഫോഴ്സ്ഡ് പെയറപ്പ് ചെയ്താൽ നമുക്കവിടെ 0 അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ് വരിക. കാരണം അവിടെ D6 വരുമ്പോൾ ഈ CN വന്നിട്ട് ഫോഴ്സ്ഡ് പെയറപ്പ് ചെയ്തിട്ട് ഈ 2 d ഓർബിറ്റലിൽ CN ഇരുന്നിട്ട് D2sp3 ഹൈബ്രിഡൈസേഷൻ ആണ് അവിടെ ഉണ്ടാവുക. വാലൻസ് ബോണ്ട് തിയറിയാണ് നമുക്ക് അവിടെ ഉള്ളത്, വാലൻസ് ബോണ്ട് തിയറി. അപ്പോൾ D2sp3 ഹൈബ്രിഡൈസേഷൻ ആണ് നമുക്ക് അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഫോഴ്സ്ഡ് പെയറപ്പ് ചെയ്യും 0. അപ്പോൾ ഇവിടെ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ? ഇവിടെ ക്ലോറിൻ തന്നെയാണ് വന്നേക്കുന്നത് അല്ലേ. കൊബാൾട്ടിൻ്റെ കൂട്ടത്തിൽ ക്ലോറിനാണ്, വീക്ക് ലിഗാൻഡാണ്. അവിടെ പ്രത്യേകിച്ച് ഫോഴ്സ്ഡ് പെയറപ്പ് ഒന്നും ഇല്ല. അപ്പോൾ 3 അൺപെയ്ഡ് ഇലക്ട്രോൺസ് അവിടെ അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതലുള്ള ആൾക്ക് മാഗ്നറ്റിക് മൊമെൻറ്റ് വാല്യൂം കൂടുതലായിരിക്കും. ആ അൺപെയ്ഡ് ഇലക്ട്രോൺ കൂടുതലുള്ളത് മാംഗനീസിലാണ്. അതുകൊണ്ട് മാംഗനീസാണ് ഏറ്റവും കൂടുതലായിട്ട് വരിക. 2 ഓപ്ഷൻ മാംഗനീസിന് തന്നെയാണ് വന്നേക്കുന്നത്. 2ാം സ്ഥാനം വന്നേക്കുന്ന അയൺ ആണ് വരിക. അല്ല, അൺപെയ്ഡ് ഇലക്ട്രോൺ കൂടുതൽ കൊബാൾട്ടിനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റൈറ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ് നമുക്ക് വരിക. അപ്പം ആൻസർ പറഞ്ഞവർ കറക്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞത്, ഓപ്ഷൻ 4 ആണ് നമുക്ക് വരിക. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്ന് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലിഗാൻഡ് സ്ട്രോങ് ആണോ വീക്കാണോ എന്ന് ഓർത്ത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു കോൺഫിഗറേഷൻ. പലരും ഈ ഒരു ഡിയിലെ കോൺഫിഗറേഷൻ വരെയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ആ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ കാൽക്കുലേറ്റ് ചെയ്തങ്ങ് പോകാറുണ്ട്. കോംപ്ലക്സ് ആണെങ്കിൽ, ലിഗാൻഡ് സ്ട്രോങ് ആണെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ ഓർക്കുക. പക്ഷേ D1 D2 D3 കോൺഫിഗറേഷൻ ആണ് വന്നിരിക്കുന്നതെങ്കിൽ സ്ട്രോങ് ലിഗാൻഡ് ആണോ വീക്ക് ലിഗാൻഡ് ആണോ എന്ന് പോലും നോക്കണ്ട. കാരണം D1 D2 D3 വരുമ്പോൾ നമുക്കറിയാം D1 ആണെങ്കിൽ 1 അൺപെയ്ഡ് ഇലക്ട്രോൺ, 2 ആണെങ്കിൽ 2 അൺപെയ്ഡ് ഇലക്ട്രോൺ, 3 ആണെങ്കിൽ 3 അൺപെയ്ഡ് ഇലക്ട്രോൺസ് വരും. അപ്പോൾ റൈറ്റ് ആൻസർ നമുക്ക് വരുന്നത് ഏതാണ്? ഓപ്ഷൻ 4 ആണ് നമുക്ക് വരിക. ചിലർ ഓപ്ഷൻ 2 എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫോഴ്സ്ഡ് പെയറപ്പിലേക്ക് വരുമ്പോൾ അത് 0 ആവും എന്നുള്ളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത് കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് വരുമ്പോൾ, ഹൗ മെനി EDTA എഥിലീൻ ഡയമീൻ ടെട്രാസെറ്റേറ്റ് ആണ് മോളിക്യൂൾ ആർ റിക്വയർഡ് ടു മേക്ക് ആൻ ഒക്ടാഹിഡൽ കോംപ്ലക്സ് വിത്ത് കാൽഷ്യം 2+ അയോൺ ആണ്. അപ്പോൾ എത്ര EDTA 4- വേണം? എന്തിനു വേണ്ടിയിട്ടാണ് EDTA? നമ്മളറിയാം EDTA 4- എഥിലീൻ ഡയമീൻ ടെട്രാസെറ്റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ട്രക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ CH2CH2N, നമുക്ക് CH2COO- ആണ്, അതുപോലെ CH2COO- ആണ്, ഇവിടെയും CH2COO- ആൻഡ് CH2CO-. ഇതാണ് നമ്മുടെ എഥിലീൻ ഡയമീൻ ടെട്രാസെറ്റേറ്റ്. എക്സാമിന് നമുക്ക് ചോദിക്കാവുന്ന ഒരു സാധ്യതയുള്ളൊരു ചോദ്യം കൂടിയാണ്. ഇവിടെ നമ്മളൊരു മെറ്റൽ ആറ്റം ഇട്ട് കഴിഞ്ഞാൽ മെറ്റൽ ആറ്റത്തിലേക്ക് എവിടെ വഴിയൊക്കെയാണ് കോർഡിനേറ്റ് ബോണ്ട് ചെയ്യുക എന്ന് ചോദിച്ചാൽ, ഈ എഥിലീൻ ഡയമീൻ ടെട്രാസെറ്റേറ്റിനെ നൈട്രജനിലൂടെ മെറ്റലിലേക്ക് കോർഡിനേറ്റ് ബോണ്ട് ചെയ്യാം, ഈ ഓക്സിജനിലൂടെ മെറ്റലിലേക്ക് കോർഡിനേറ്റ് ബോണ്ട് ചെയ്യാം, ഈ ഓക്സിജനിലൂടെ മെറ്റലിലേക്ക് കോർഡിനേറ്റ് ബോണ്ട് ചെയ്യാം, ഈ നൈട്രജനിലൂടെയും പറ്റും, ഈ ഓക്സിജനിലൂടെയും പറ്റും, ഈ ഓക്സിജനിലൂടെയും പറ്റും. അങ്ങനെ ടോട്ടൽ നമ്മൾ നോക്കുവാണെങ്കിൽ 6 കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കാനായിട്ട് കഴിവുള്ള ആളാണ് EDTA 4-. ഈ 6 കോർഡിനേറ്റ് ബോണ്ടിൽ എത്ര കോർഡിനേറ്റ് ബോണ്ട് ത്രൂ നൈട്രജൻ ഉണ്ടെന്ന് ചോദിച്ചാൽ 2 എണ്ണം ത്രൂ നൈട്രജൻ ഉണ്ടാക്കാം, 4 എണ്ണം ത്രൂ ഓക്സിജൻ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചേക്കുന്നത് ടോട്ടൽ ഇവരെല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കിയാൽ 6 ആയിരിക്കും കോർഡിനേഷൻ നമ്പർ. മെറ്റലിന് ചുറ്റും 6 കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാകും. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് കോർഡിനേഷൻ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മെറ്റലിന് ചുറ്റും 6 കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാവും. അപ്പോൾ അവിടെ അത് തന്നെയാണ് ചോദ്യം, എത്ര EDTA മോളിക്യൂൾ വേണം ഒരു ഒക്ടാഹിഡൽ കോംപ്ലക്സ് ഉണ്ടാക്കാൻ? ഒക്ടാഹിഡൽ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ മെറ്റലിന് ചുറ്റും 6 കോർഡിനേറ്റ് ബോണ്ട് വരണം, 6 കോർഡിനേറ്റ് ബോണ്ട് വരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര EDTA മോളിക്യൂൾ വേണമെന്നുള്ളതാണ് ചോദ്യം. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും വരിക? ഹൗ മെനി EDTA മോളിക്യൂൾസ് ആർ റിക്വയർഡ് ടു മേക്ക് ആൻ ഒക്ടാഹിഡൽ കോംപ്ലക്സ്? ഓൺലി 1 അല്ലേ, ഒരെണ്ണം മതിയാവും അല്ലേ. ഓപ്ഷൻ 3 ആണ് നമുക്ക് വരിക. ഒരു EDTA മോളിക്യൂൾ മതിയാവും നമുക്ക് ഒരു ഒക്ടാഹിഡൽ കോംപ്ലക്സ് കാൽഷ്യം 2+ ചുറ്റും ഉണ്ടാക്കാനായിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കി നമ്മുടെ CA EDTA 2- ആയിരിക്കും ആ കോംപ്ലക്സ്. CA EDTA 2- ആയിരിക്കും. അപ്പോൾ കാൽഷ്യം 2+ ആണല്ലോ, EDTA 4- ആണ്. അപ്പോൾ CA EDTA 2- എന്നുള്ളതായിരിക്കും അതിൻ്റെ കോംപ്ലക്സ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6 വന്നു കഴിഞ്ഞാൽ, FeCO5 ദ Fe കാർബൺ ബോണ്ട് പൊസസ് ഏതെന്നാണ് ചോദ്യം. അയൺ കാർബൺ ബോണ്ട് ഇവിടെ എന്താണ് കാണിക്കുന്നത്? നമുക്കറിയാം, ഇവിടെ നമ്മൾ പറയുന്നത് മെറ്റൽ കാർബണൈൽസിനെ പറ്റിയാണ് നമ്മളിവിടെ പറയുക. മെറ്റൽ കാർബണൈൽസ് നമുക്കറിയാം കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ അവസാന ഭാഗത്ത് നമുക്കുള്ളതാണ് ഈ മെറ്റൽ കാർബണൈൽസ് എന്ന് വിളിക്കുക. ഈ മെറ്റൽ കാർബണൈൽസിന് സിഗ്മ ക്യാരക്ടറും ഉണ്ട്, പൈ ക്യാരക്ടറും ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. മെറ്റൽ ആറ്റത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഓവർലാപ്പിംഗ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മെറ്റൽ ആറ്റത്തിൻ്റെ വേക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റലിലേക്കാണ് കാർബണൈൽ ഗ്രൂപ്പിൻ്റെ ഒരു ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യുക.
ഇപ്പോൾ കാർബണൈൽ ഗ്രൂപ്പും മെറ്റലും കൂടെയുള്ള ഒരു ഓവർലാപ്പിംഗ് ആണ് നമ്മളവിടെ പറയുക. സിനർജിക് ബോണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നതാണ്, സിനർജിക് ബോണ്ടിങ്. ഞാൻ ആ ഫിൽഡ് ഓർബിറ്റൽസ് മെറ്റലിൻ്റെ ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഇത് കാർബണൈലിൻ്റെ ഫിൽഡ് ഓർബിറ്റലാണ്. അതുപോലെ കാർബണൈലിൻ്റെ വേക്കൻ്റ് ഓർബിറ്റലാണത്. ഫിൽഡ് ഓർബിറ്റൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ മെറ്റലിൻ്റെ ഈ വേക്കൻ്റ് ഓർബിറ്റലിലേക്ക്, ഇത് മെറ്റലിൻ്റെ വേക്കൻ്റ് ഓർബിറ്റലാണ്, മെറ്റലിൻ്റെ വേക്കൻ്റ് ഓർബിറ്റൽ. അപ്പോൾ ഈ മെറ്റലിൻ്റെ വേക്കൻ്റ് ഓർബിറ്റലിലേക്ക് കാർബണൈൽ ഗ്രൂപ്പിൻ്റെ ഈ ഒരു ഫിൽഡ് ഓർബിറ്റൽ വന്ന് ഓവർലാപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ഓവർലാപ്പ് ചെയ്താണ് മെറ്റൽ കാർബൺ സിഗ്മ ബോണ്ട് ഉണ്ടാകുന്നത്. സോ ദിസ് ഈസ് മെറ്റൽ കാർബൺ സിഗ്മ ബോണ്ട്. ഇതാണ് നമ്മുടെ മെറ്റൽ കാർബൺ സിഗ്മ ബോണ്ട് ആയിട്ട് നമ്മൾ പറയാം, മെറ്റൽ കാർബൺ സിഗ്മ ബോണ്ട്. ഈ മെറ്റൽ കാർബൺ സിഗ്മ ബോണ്ട് ഉണ്ടാകുന്നത് കാർബണൈൽ കാർബണും വേക്കൻ്റ് ഡി ഓർബിറ്റൽ ഓഫ് ദി മെറ്റലും കൂടിയാണ്. അത് ചോദിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു മെറ്റൽ കാർബണൈൽസിലെ മെറ്റൽ കാർബൺ സിഗ്മ ബോണ്ട് എങ്ങനെയാണ് ഉണ്ടായത്, എവിടെയാണ് ഉണ്ടായതെന്ന് ചോദിക്കുന്നതാണ്. കാർബണൈൽ കാർബണും അതുപോലെ തന്നെ മെറ്റലിൻ്റെ വേക്കൻ്റ് ഡി ഓർബിറ്റലും കൂടിയാണ് ഈ മെറ്റൽ കാർബൺ എന്തുണ്ടായത്, സിഗ്മ ബോണ്ട് ഉണ്ടായത്. അറ്റ് ദ സെയിം ടൈം മറ്റൊരിടത്തും കാണാത്ത ഒരു ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഫിൽഡ് ഡി ഓർബിറ്റൽ ഓഫ് ദി മെറ്റലിൽ നിന്നും വേക്കൻ്റ് പൈ സ്റ്റാർ ഓർബിറ്റൽ ആൻറ്റി ബോണ്ടിങ് മൊളിക്കുലാർ ഓർബിറ്റൽ ഓഫ് സിഒ. നിങ്ങൾ സിഒയുടെ മൊളിക്കുലാർ ഓർബിറ്റൽ തിയറി പഠിച്ചിട്ടുണ്ട് ബോണ്ടിങ്ങിൽ. ആ സിഒയുടെ ആൻറ്റി ബോണ്ടിങ് മൊളിക്കുലാർ ഓർബിറ്റലിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു, മെറ്റലിൻ്റെ ഫിൽഡ് ഓർബിറ്റലിൽ നിന്ന് ഒരു പാർഷ്യൽ ഡൊണേഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് സിനർജിക് ബോണ്ടിങ് എന്ന് നമ്മൾ വിളിക്കുക. സോ ദിസ് ഈസ് സിഗ്മ ക്യാരക്ടർ ആൻഡ് ഇറ്റ് വിൽ ഹാവ് എ പൈ ക്യാരക്ടർ. അങ്ങനെ ഒരു സിഗ്മ പൈ ക്യാരക്ടർ ഉള്ളതുകൊണ്ടാണ് ആ ബോണ്ട് അത്ര സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. നമ്മൾ പറയാറില്ലേ കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് 300 ടൈംസ് മോർ എനർജറ്റിക് ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത്രമാത്രം സ്ട്രോങ് ആവാനുള്ള കാരണം ഈ ഒരു ടൈപ്പ് ഓഫ് സിനർജിക് ബോണ്ടിങ് ആണ്. അപ്പോൾ കാർബൺ മെറ്റലിനോട് കൂടുതൽ അടുക്കുവാണെങ്കിൽ കാർബണും ഓക്സിജനും തമ്മിലുള്ള അകലം എന്ത് ചെയ്യും, കുറയും. അപ്പം കാർബണും ഓക്സിജനും കൂടി ആയിരുന്നു ബോണ്ട് ഉണ്ടായിരുന്നത്. ആ കാർബൺ മെറ്റലിനെ കണ്ടപ്പോൾ മെറ്റലിനോട് കൂടുതൽ അടുത്തു. മെറ്റലിനോട് കൂടുതൽ അടുക്കുന്നതനുസരിച്ച് കാർബണും ഓക്സിജനും തമ്മിലുള്ള അകലം കൂടും. ആ ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് അയൺ കാർബൺ ബോണ്ട് പൊസസ് ചെയ്തെന്നാണ് ചോദ്യം. ബോത്ത് സിഗ്മ ആൻഡ് പൈ ക്യാരക്ടറാണ്. അവിടെ സിഗ്മ ക്യാരക്ടറും ഉണ്ട്, പൈ ക്യാരക്ടറും ഉണ്ട്. ഒപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് വ്യത്യസ്ത മെറ്റൽ കാർബണൈൽസിനെ പറ്റി നമുക്ക് പഠിക്കാനുമുണ്ട്. ഇപ്പം നമ്മൾ CO2, CO8 ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് NCERT-യിൽ. അപ്പോൾ ആ സ്ട്രക്ചറൽ എക്സാമിന് ചോദ്യം ചോദിക്കും. ഇപ്പോൾ കൊബാൾട്ട് നമുക്ക് കാർബണൈൽ ഗ്രൂപ്പാണ്. നമുക്കിവിടെ ഒരു ബ്രിഡ്ജ് ബോണ്ട് കാണാനായിട്ട് പറ്റും, ബ്രിഡ്ജ് ബോണ്ടുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എത്ര ബ്രിഡ്ജ് ബോണ്ട് ഉണ്ടെന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. ബ്രിഡ്ജ് ബോണ്ട് 2 എണ്ണമാണ്. CO ഇതാണ് ബ്രിഡ്ജ് ബോണ്ടായിട്ട് നമ്മൾ പറയാം. കൊക്കോ ബോണ്ട് അല്ലേ, ബ്രിഡ്ജ് ബോണ്ട്. അല്ല കൊബാൾട്ട് ഒരു ബോണ്ട് അവിടെ ഉണ്ട്. പലപ്പോഴും ഈ കൊബാൾട്ട് ഈ ഒരു സിംഗിൾ ബോണ്ട് ഉള്ള കാര്യം നമുക്കൊരു ബുദ്ധിമുട്ടാണ്. പലപ്പോഴും നമ്മൾ ഈ ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്ട്രക്ചർ വരച്ചിട്ട് പോയില്ല എങ്കിൽ കൊബാൾട്ട് ബോണ്ട് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്, ഇത് ഇങ്ങനെ ഒരു ബോണ്ട് ഉണ്ടോ എന്ന് സംശയം തോന്നാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സ്ട്രക്ചറുകൾ, മെറ്റൽ കാർബണൈൽസിൻ്റെ സ്ട്രക്ചറുകളൊന്ന് വരച്ചിട്ട് വേണം പോകാൻ. ഇപ്പം നിക്കൽ ടെട്രാ കാർബണൈലോ FeCO5 CrCO6 ഒന്നും വരച്ചില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. കാരണം ഒക്ടാഹിഡൽ, ടെട്രാഹിഡൽ ഇതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു CO2 CO8 Mn2 CO10 Mn2 CO10 അതൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് വരച്ചിട്ട് വേണം പോകാനായിട്ട്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് ഓർക്കണം. അവിടെ മാംഗനീസ് ബോണ്ട് ഉണ്ട്, പക്ഷേ ഇതുപോലെ ഒരു COMn ബോണ്ട് അവിടെ ഇല്ല. അങ്ങനെ ഒരു ബോണ്ട് അവിടെ ഇല്ല. ആണ് ആ ഒരു വ്യത്യാസം. അപ്പോൾ 1 2 3 4 5 അതുപോലെ തന്നെ ഇവിടെയും 5 1 2 3 4 5 കണ്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഈ MN ഉണ്ട്, പക്ഷേ MnCO ബോണ്ട് അവിടെ ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ മെറ്റൽ കാർബണൈൽസുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ കാർബണൈൽ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ CO എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ലിഗാൻഡാണ്. അപ്പോൾ ന്യൂട്രൽ ലിഗാൻഡായിട്ടുള്ള CO ആയിട്ട് മെറ്റൽ ഇൻട്രാക്ട് ചെയ്യുവാണ്. കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ അയണും കാർബൺ മോണോക്സൈഡും കാർബണൈൽ ഗ്രൂപ്പും കൂടെയുള്ള ഒരു ബോണ്ടാണ്, സിനർജിക് ബോണ്ടാണ് അവിടെ ഉള്ളത്. അത് കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. ഇതിന് കാരണം ബോത്ത് സിഗ്മ ആൻഡ് പൈ ക്യാരക്ടർ ഉണ്ട്. ഇവിടെ മെറ്റലും കാർബണും കൂടെ ഒരു ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. മെറ്റലും കാർബണും കൂടെയുള്ള ഇതുപോലുള്ള ബോണ്ടുകൾ ഉണ്ടാക്കുന്ന ഏത് കോമ്പൗണ്ട് എടുത്താലും നമ്മൾ അവരെ വിളിക്കുക ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് എന്നാണ്. നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഒരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടാണ്. ദാറ്റ് ഈസ് ദോസ് കോമ്പൗണ്ട്സ് വിച്ച് കൺസിസ്റ്റ് മെറ്റൽ കാർബൺ ബോണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓർഗാനോ മെറ്റാലിക് കാറ്റഗറിയിൽ വരുന്ന എക്സാമ്പിളുകളാണ്. സോ നമുക്ക് മെറ്റൽ കാർബണൈലിൻ്റെ അവസാന ഭാഗത്തു നിന്നുള്ള ചോദ്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും, അതായത് ആ സിഗ്മ ബോണ്ട് എവിടെ നിന്ന് എങ്ങോട്ടെന്നാണ്, അല്ലെങ്കിൽ പൈ ബോണ്ട് എവിടെ നിന്ന് എങ്ങോട്ടെന്നാണ്, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനുള്ള സാധ്യതയുണ്ട്. അത് ഇതുവരെ ചോദിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. സോ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which of the following octahedral complex 0 atomic number 27 will the magnitude of delta O be the highest എന്നാണ് ചോദ്യം. ഈ ഡെൽറ്റ O എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഒക്ടാഹീഡ്രൽ സ്പ്ലിറ്റിംഗ് ആണ്. ഒക്ടാഹീഡ്രൽ സ്പ്ലിറ്റിംഗ്
ഈ ഒക്ടാഹൈഡ്രൽ സ്പ്ലിറ്റിംഗ് എന്താണ്? ഒക്ടാഹൈഡ്രൽ സ്പ്ലിറ്റിംഗ് എന്താണ്? ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സിൽ സംഭവിക്കുന്നത് അക്കോർഡിംഗ് ടു ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. നമുക്ക് 3 തിയറികളാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഒന്ന് വെർണേഴ്സ് കോർഡിനേഷൻ തിയറി ഉണ്ട്, രണ്ടാമത്തത് വാലൻസ് ബോണ്ട് തിയറി ഉണ്ട്, മൂന്നാമത്തത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഉണ്ട്. ഈ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ സ്പ്ലിറ്റിംഗ് ദാറ്റ് ഹാപ്പൻ ഇൻ ഒക്ടാഹൈഡ്രൽ ആൻഡ് ടെട്രാഹൈഡ്രൽ ഒക്കെ പറയുക. ഈ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം ലിഗാൻഡും മെറ്റലും അവിടെ ഒരു കുളമ്പിക് ഇൻട്രാക്ഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ശരിക്കും ആ തിയറി തുടങ്ങുന്നത് തന്നെ അതിൻ്റെ ലിമിറ്റേഷനോട് കൂടിയാണ്. കാരണം നമ്മൾ പറഞ്ഞു മെറ്റലും ലിഗാൻഡും കൂടെ ഒരു ഇൻട്രാക്ഷൻ ആണ്, ഒരു കുളമ്പിക് ഇൻട്രാക്ഷൻ ആണ്, ഒരു അയോണിക് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ആണെന്ന് പറഞ്ഞു. പക്ഷേ ആക്ച്വലി നമുക്കറിയാം ഒരു കോംപ്ലക്സിലുള്ളത് മെറ്റൽ കാർബൺ അല്ലെങ്കിൽ ആരാന്നായിക്കോട്ടെ മെറ്റലും ലിഗാൻഡും തമ്മിലുള്ള ആ ഒരു കോംപ്ലക്സിൽ കാണപ്പെടുന്നത് ഒരു കോവാലൻ്റ് ടൈപ്പ് ബോണ്ടാണ്. അപ്പം നിലവിലുള്ള ആ ഒരു ടൈപ്പ് ഓഫ് കോവാലൻ്റ് ബോണ്ടിനെ പാടെ മാറ്റി വെച്ചിട്ട് പുതിയ ഒരു ഇൻട്രാക്ഷനുമായിട്ടാണ് ഏത് തിയറി വന്നേക്കുന്നത്? ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വന്നേക്കുന്നത്. ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ ഒരു കുളമ്പിക് ഇൻട്രാക്ഷൻ ആണ് മെറ്റലും ലിഗാൻഡും കൂടെ പറയുക. അപ്പോൾ ഇവിടെ ഈ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്നതിന് വ്യത്യാസം അനുസരിച്ച് ഇപ്പോൾ ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സിൽ ലിഗാൻഡ് വരുന്നത് എത്ര ലിഗാൻഡ് വരുന്നത്? 6 ലിഗാൻഡ് വരുന്നുണ്ട്. ഈ ലിഗാൻഡുകൾ പോയിന്റ് ചാർജാണ്. ലിഗാൻഡ് പോയിന്റ് ചാർജ് എന്ന് പറയുമ്പോൾ ചിലർ ചോദിച്ചേക്കാം ന്യൂട്രൽ ലിഗാൻഡിന് എങ്ങനെയാണ് പോയിന്റ് ചാർജ്? ലിഗാൻഡ് പോയിന്റ് ഡൈപോൾ ആയിട്ടാണ് ആ തിയറി പറയുക. അപ്പോൾ ലിഗാൻഡ് പോയിന്റ് ചാർജ് അല്ലെങ്കിൽ പോയിന്റ് ഡൈപോൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ലിഗാൻഡ് മെറ്റൽ ആറ്റത്തിലേക്ക് വരുമ്പോൾ ഈ മെറ്റലിൻ്റെ ഔട്ടർ മോസ്റ്റിലുള്ള ഡി ഓർബിറ്റൽസിന് റിപ്പൽഷൻ്റെ കിട്ടുകയും അതിൻ്റെ ഫലമായിട്ട് അവിടെ ഡി ഓർബിറ്റൽസിന് സ്പ്ലിറ്റിംഗ് ഉണ്ടാവുകയും ചെയ്യും. ഈ ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സിൽ ഈ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സിൽ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് രണ്ടായിട്ടാണ്. കാരണം ലിഗാൻഡ് വരുന്നത് ആക്സിസിലൂടെയാണ്. അപ്പോൾ ആക്സിസിലൂടെയാണ് ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ലിഗാൻഡ് വരുന്നത്. നമുക്കറിയാം ഒരു ഡി ഓർബിറ്റലിൽ 5 ഷേപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ ഒരെണ്ണമാണ് dx²y² ഉണ്ട്, അതുപോലെ തന്നെ dz² ഉണ്ട്. ഈ dx²y² dz² പ്രത്യേകത എന്താണെന്നറിയാമോ? അവിടെ ഡി ഓർബിറ്റൽ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് ആക്സിസിലാണ്. എന്നാൽ ബാക്കി 3 ഉള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. dxy dxz dyz ഒക്കെ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് ഇൻ ബിറ്റ്വീൻ ദ ആക്സിസിലാണ്. ആക്സിസിന് ഇടയിലാണ് അവർ ഓറിയൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സിൽ ലിഗാൻഡ് വരുന്നത് ആക്സിസിലൂടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും റിപ്പൽഷൻ കൂടുതൽ കിട്ടുന്നത് ആക്സിസിൽ കിടക്കുന്ന ഡി ഓർബിറ്റൽസുകൾക്കാണ്. ആക്സിസിൽ കിടക്കുന്ന ഡി ഓർബിറ്റലുകൾക്ക് കൂടുതൽ റിപ്പൽഷൻ കിട്ടുകയും അതിൻ്റെ ഫലമായിട്ട് അവരുടെ എനർജി കൂടുകയും ചെയ്യും. അങ്ങനെ എനർജി കൂടിയത് കൊണ്ടാണ് ഇവിടെ രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത്. ഇത് dx²y²ഉം dz²ഉം, അതായത് ആക്സിസിലൂടെ വന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ എനർജി. ഇപ്പോൾ ഇത് എനർജി ആക്സിസ് ആണെങ്കിൽ ഇത് dxy dxz dyz ഓർബിറ്റൽസ്. ഈ 3 ഓർബിറ്റൽസിനെ നമ്മൾ വിളിക്കുന്നത് T2g എന്നും ഈ 2 ഓർബിറ്റൽസിനെ നമ്മൾ വിളിക്കുന്നത് EG ഓർബിറ്റൽ എന്നുമാണ്. സോ വി ഹാവ് T2g ആൻഡ് EG ഓർബിറ്റൽസ്. T2g ഓർബിറ്റലും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് EG ഓർബിറ്റലും ഉണ്ട്. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റിംഗ്, ഈ ഒരു സ്പ്ലിറ്റിങ്ങിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഒക്ടാഹൈഡ്രൽ സ്പ്ലിറ്റിംഗ് ബിക്കോസ് ഇറ്റ് ഹാപ്പൻ ഇൻ ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ്. അപ്പോൾ ഈ ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സിൻ്റെ ഈ സ്പ്ലിറ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. എന്താണ് ഈ സ്പ്ലിറ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ? നമ്മൾ പറഞ്ഞു ലിഗാൻഡ് വന്നപ്പോൾ സ്പ്ലിറ്റ് ഉണ്ടായി. അപ്പോൾ ലിഗാൻഡിൻ്റെ സ്ട്രെങ്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഒക്ടാഹൈഡ്രൽ സ്പ്ലിറ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഒന്ന് സ്ട്രെങ്ത് ഓഫ് ദി ലിഗാൻഡ് എന്ന് നമ്മൾ പറയും. സ്ട്രെങ്ത് ഓഫ് ദി ലിഗാൻഡ് ദാറ്റ് ഈസ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. അതായത് ഒക്ടാഹൈഡ്രൽ ആയിക്കോട്ടെ ടെട്രാഹൈഡ്രൽ ആയിക്കോട്ടെ ഇതുപോലെ സ്പ്ലിറ്റിംഗ് ഉണ്ടാകുമ്പോൾ ദാറ്റ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഒന്ന് സ്ട്രെങ്ത് ഓഫ് ദി ലിഗാൻഡ് ആണ്. ലിഗാൻഡിൻ്റെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എടോ ഈ ലിഗാൻഡിൻ്റെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ അറിഞ്ഞിരിക്കുക ലിഗാൻഡിൻ്റെ സ്ട്രെങ്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ലിഗാൻഡ് നമ്മൾ സ്പെക്ട്രോകെമിക്കൽ സീരീസ് അനുസരിച്ച് ലിഗാൻഡിന് ഒരു പെർഫെക്റ്റ് ഓർഡർ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്ട്രെങ്തിന് ഒരു പെർഫെക്റ്റ് ഓർഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. NCERT ഉള്ളത് നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ. ഏറ്റവും ശക്തനായ ലിഗാൻഡ്, ശക്തരിൽ ശക്തൻ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? CO ആണ്. അതുപോലെ തന്നെ CN- ഉണ്ട്, പിന്നെ നമുക്ക് EN ഉണ്ട്, പിന്നെ നമുക്ക് അമോണിയ EDTA4- ഉണ്ട്, EDTA4- ഉണ്ട്. തുടർന്ന് നമുക്ക് വരുന്നത് ഏതാണ്? NCS- ഉണ്ട്, NCS-. അത് കഴിഞ്ഞിട്ട് നമുക്ക് H2O വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് C2O4 ഓക്സലേറ്റ് അയോണുകൾ വരുന്നുണ്ട്, OH- വരുന്നുണ്ട്, F- വരുന്നുണ്ട്, S2- ഉണ്ട്. തുടർന്ന് നമുക്ക് Cl- ഉണ്ട്, പിന്നെ നമുക്ക് Br- ഉണ്ട്. അതിനിടയ്ക്ക് നമുക്ക് ആരുണ്ട്? Cl-, SCN- വരുന്നുണ്ട് അല്ലേ? Cl-, അതുപോലെ തന്നെ നമുക്ക് SCN- ഉണ്ട്, അതുപോലെ തന്നെ Br-, അതുപോലെ I-. ഇതാണ് നമ്മുടെ സ്പെക്ട്രോകെമിക്കൽ സീരീസിൻ്റെ ഓർഡർ. അപ്പോൾ ലിഗാൻഡിൻ്റെ സ്ട്രെങ്ത് കൂടുതൽ വരുന്നത് CO, CN-, EN, അമോണിയ അങ്ങനെ. അപ്പോൾ നിങ്ങൾ ഒരു റഫായിട്ടൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് കാർബണിലൂടെ കോർഡിനേറ്റ് ബോണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും ആദ്യമേ, പിന്നെ നൈട്രജനിലൂടെ കോർഡിനേറ്റ് ബോണ്ട് ചെയ്തിട്ടുള്ളവർ, പിന്നെ ഓക്സിജനിലൂടെ കോർഡിനേറ്റ് ബോണ്ട് ചെയ്തിട്ടുള്ളവർ, പിന്നെ ഹാലജൻസ് അതിൻ്റെ ഇടയിൽ കുറച്ച് പേര് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ പീരിയോഡിക് ടേബിൾ എഴുതത്തി
നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നല്ല എഴുതാം. ഏതാണ്ട് ഈ ഒരു ക്രമത്തിലല്ലേ വന്നേക്കണേ. കാർബണിലൂടെ കോർഡിനേറ്റ് ബോണ്ട് ചെയ്തവർ, പിന്നെ നൈട്രജനിലൂടെ കോർഡിനേറ്റ് ബോണ്ട് ചെയ്തവർ, പിന്നെ ഓക്സിജനിലൂടെ കോർഡിനേറ്റ് ബോണ്ട് ചെയ്തവർ. റഫായിട്ടൊരു ഓർഡർ കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ആ പീരിയോഡിക് ടേബിളിൻ്റെ ആ ഒരു ഓർഡറിൽ തന്നെയാണ് നമുക്ക് അവിടെ ആ ഒരു രീതിയിൽ നമുക്ക് ഓർക്കാം. അപ്പോൾ CO ഒരു ന്യൂട്രൽ ലിഗാൻഡ് ആണ്. ന്യൂട്രൽ ലിഗാൻഡ് ആയിട്ടുള്ള CO ആണ് ഏറ്റവും കൂടുതൽ സ്പ്ലിറ്റിംഗ് വരുത്തിയേക്കുന്നത്. പിന്നെ CN-. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് ദി ലിഗാൻഡ് കൂടുതലുള്ളവർ വരുമ്പോൾ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഡെൽറ്റ O വരുന്നത് എവിടെയാണ്? ഒരേ മെറ്റൽ ആറ്റമാണ് വന്നേക്കുന്നത്. ആ മെറ്റലിനെല്ലാം ഒരേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ എല്ലാം 3+ ആണ്. നമുക്ക് കൊബാൾട്ട് ആയാലും കൊബാൾട്ടിൻ്റെ എല്ലായിടത്തും ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+ തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പ്ലിറ്റിംഗ് വരുത്തുന്നത് എവിടെയാണെന്നാണ്? COCN6 3- ആണോ? COC2O4 3 3- ആണോ? CH2O 6 3+ ആണോ? CONH3 6 3+ ആണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം CN- ആണ് അവിടെ സ്ട്രോങ് ലിഗാൻഡ് വരിക. സോ ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ് നമുക്ക് വരിക. COCN 6 3-. അപ്പോൾ നമ്മളുടെ ആ ഒരു സ്പെക്ട്രോകെമിക്കൽ സീരീസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. CN- ഈസ് എ സ്ട്രോങ് ലിഗാൻഡ് ദാൻ ദാറ്റ് ഓഫ് C2O4 ഒക്കെയാണ്. പലപ്പോഴും ഈ C2O4 2- കാണുമ്പോൾ ചിലരുടെ വിചാരം അത് കാർബണിലൂടെ, അങ്ങനെയല്ല. കാർബണിലൂടെ അല്ല അവിടെ കോർഡിനേറ്റ് ബോണ്ട് ചെയ്തേക്കുന്നത്, ഓക്സിജനിലൂടെയാണ്. ഓക്സിലേറ്റ് അയോൺ ആണ്, ഓക്സിജനിലൂടെയാണ് കോർഡിനേറ്റ് ബോണ്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ചിലർക്ക് തെറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പെട്ടെന്ന് നമ്മൾ കാർബണിലൂടെ ആണെന്ന് വിചാരിച്ചിട്ട് ഉള്ള ആ ഒരു മിസ്റ്റേക്ക് ചിലപ്പോൾ ചിലരിൽ വരുത്താറുണ്ട്. അപ്പോൾ അതൊന്ന് ഓർക്കുക. അപ്പോൾ എനിവേ അവിടെ നമുക്ക് ഓക്സിജനിലൂടെയാണ്. സ്ട്രെങ്ത് ഓഫ് ദി ലിഗാൻഡുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. നമ്മൾ വീണ്ടും അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ വരുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ട്സ് അബൌട്ട് ദി കോംപ്ലക്സ് CrNH3 6 Cl3 ഈസ് റോങ്? CrNH3 6 Cl3 കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റിപ്പോയത് ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ കോംപ്ലക്സിനെ നമുക്കൊന്ന് പരിചയപ്പെടണം. നമ്മുടെ കോംപ്ലക്സ് നമുക്ക് തന്നിരിക്കുന്നത് CrNH3 6 Cl3 ആണ്. അതായത് ക്രോമിയം ഇവിടെ +3 ആണ്. ക്രോമിയം +3 എന്ന് പറയുമ്പോൾ 3d3 ആണ് കോൺഫിഗറേഷൻ. നമുക്കറിയാം ക്രോമിയത്തിൻ്റെ കോൺഫിഗറേഷൻ 3d5 ആണ്. അപ്പോൾ ക്രോമിയത്തിന് 3+3 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കോൺഫിഗറേഷൻ 3d3 ആവും. അപ്പോൾ 3d3 കോൺഫിഗറേഷൻ ആണ് ക്രോമിയത്തിന്. അമോണിയ കമ്പാരിറ്റീവ്ലി നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡ് തന്നെയാണ്. ദ കോംപ്ലക്സ് ഇൻവോൾവ് D2sp3 ഹൈബ്രിഡൈസേഷൻ എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം D1 D2 D3 കോൺഫിഗറേഷൻ ആണെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദി ലിഗാൻഡിനെ നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട. ഇറസ്പെക്റ്റീവ് ഓഫ് ദി സ്ട്രെങ്ത് ഓഫ് ദി ലിഗാൻഡ് ഏതായിരിക്കും? ഒക്ടാഹൈഡ്ര കോംപ്ലക്സ് ആണെങ്കിൽ D2sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, D3 ആണ് കോൺഫിഗറേഷൻ. ക്രോമിയം +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അതായത് 3 ഇലക്ട്രോൺ ഉള്ളുണ്ട്. നമുക്കറിയാം ഹൈബ്രിഡൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഒക്ടാഹൈഡ്ര കോംപ്ലക്സിലേക്ക് വരുമ്പോൾ 2 സാധ്യതകളാണ് നമുക്കുള്ളത്. ഒന്നില്ലെങ്കിൽ D2sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വരുന്നത് sp3d2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ഇതിലേതെങ്കിലും ഒന്നല്ലേ നമുക്ക് വരുള്ളൂ. either D2sp3 or sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ ഇവിടെ D2sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ഉള്ളിലുള്ള 2 d ഓർബിറ്റൽ നമ്മൾ ഉപയോഗിക്കും. sp3d2 ആണെങ്കിൽ പുറമേയുള്ള 2 d, അതായത് 4d ഓർബിറ്റൽ നമ്മൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ അത് ഉപയോഗിക്കും. നമുക്കറിയാം ഇവിടെ 3 ഇലക്ട്രോൺ ഉണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ഡിയിൽ 2 ഇലക്ട്രോൺ ഇവിടെ ഡിയിൽ കയറാം. കാരണം 2 d അവിടെ വേക്കൻ്റ് ആണ്. ഇവിടെ ഇപ്പോൾ വീക്ക് വന്നാലും സ്ട്രോങ് വന്നാലും പ്രശ്നമില്ല. കാരണം ചുമ്മാ 2 ഓർബിറ്റൽ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ്റെ പോസിബിലിറ്റി D2sp3 ആണ്. അപ്പോൾ അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. D2sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഒക്ടാഹൈഡൽ ഇൻ ഷേപ്പുമാണ്, കറക്റ്റ് ആണ്. അടുത്ത ഓപ്ഷൻ ദ കോംപ്ലക്സ് ഈസ് പാരാമാഗ്നറ്റിക് എന്നുള്ളതാണ്. സോ വി നോ ഇറ്റ് കൺസിസ്റ്റ് 3 അൺപെയ്ഡ് ഇലക്ട്രോൺ. സോ ദെയർഫോർ ഇറ്റ് ഈസ് എ പാരാമാഗ്നറ്റിക് കോംപ്ലക്സ്. ദ കോംപ്ലക്സ് ഈസ് ആൻ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്നാണ് പറയുക. അപ്പോൾ നമുക്കറിയാം ഇത് ഇന്നർ ഡി ഉപയോഗിച്ചാൽ നമ്മൾ അതിനെ വിളിക്കുന്നത് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്നും, ഔട്ടർ ഡി ഓർബിറ്റൽ ആണെങ്കിൽ നമ്മൾ അതിനെ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്നുമാണ് വിളിക്കുക. ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്. സോ വി ഹാവ് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ്. D2sp3 ആണ് ഹൈബ്രിഡൈസേഷൻ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല അല്ലേ? ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് D2sp3 രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല. അപ്പം ഇതേതായാലും ശരിയായതുകൊണ്ട് ഓപ്ഷൻ 3 അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി റോങ് ആണ്. അപ്പോൾ 3 ആണ് നമുക്ക് തെറ്റിപ്പോയ ആൻസർ. യെസ്. അപ്പോൾ ചിലർ ഓപ്ഷൻ 1 പറഞ്ഞിട്ട് പിന്നെ 3 ഒക്കെ ഇട്ടിട്ടുണ്ട്. ചിലർ 3 തന്നെയാണ് ഇട്ടേക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് ഗീവ്സ് വൈറ്റ് പ്രസിപിറ്റേറ്റ് വിത്ത് സിൽവർ നൈട്രേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ഈസിയാണ്. കാരണം ക്ലോറിനാണ് കൗണ്ടർ അയോണായിട്ട് വെളിയിൽ കിടക്കുക. സിൽവർ നൈട്രേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം സിൽവർ ക്ലോറൈഡിൻ്റെ വൈറ്റ് പ്രസിപിറ്റേറ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതും കറക്റ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 നമ്മൾ പോകുന്നു. ദ കോമ്പൗണ്ട് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ലെഡ് പോയിസണിങ്. ലെഡ് പോയിസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഏതാണ് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. നന്നായിട്ടൊന്ന് വായിച്ചേക്കണേ. അതായത് ഏറ്റവും അവസാനത്തെ പേജിലുള്ളതാണ് ആപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്.
അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന്. അവിടെ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് EDT ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ കുപ്രോൺ, ആൽഫ നൈട്രോസോ, ബീറ്റ നാഫ്തോൾ, ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി Na2EDT ഉപയോഗിക്കുന്നു. യൂസസിൽ നമുക്കുള്ളതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് വായിച്ചേക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ് ലെഡ് പോയിസണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക? EDT ആണ്. സോ ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ് നമുക്ക് വരിക. ഈ ഡെസ്വെറിയോക്സൈൻ ബി, അതുപോലെ തന്നെ ഡി പെൻസിലമീൻ, ഡെസ്വെറിയോക്സൈൻ ബി, ഇതൊക്കെ നമ്മൾ എക്സസ് അയൺ കോപ്പർ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. എക്സസ് അയൺ ഓർ കോപ്പർ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെസ്വെറിയോക്സൈൻ ബി, ഡി പെൻസിലമീൻ. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, കാരണം ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഡയറക്റ്റ് പഠിച്ചാൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ, ഓർത്താൽ മാത്രം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്നത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ഇയർ ബേസിക് കോൺസെപ്റ്റ് മുതലുള്ളതാണ് സിസ്പ്ലാറ്റിൻ. അപ്പോൾ എനിവേ വി ഗോട്ട് ദി ആൻസർ ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഒരു ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ചിലപ്പോൾ എത്ര ക്ലോറിൻ വെളിയിലുണ്ട് അല്ലെങ്കിൽ എത്ര ക്ലോറിൻ ഉള്ളിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇതുപോലെ ടൈപ്പിലും ചോദിക്കാം. ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് 100 ml ഓഫ് 0.1 molar സൊല്യൂഷൻ ഓഫ് COCl3 വിത്ത് എക്സസ് സിൽവർ നൈട്രേറ്റ് AgNO3 ആണ്. AgNO3 ആണ്. 1.2 into 10⁻22 ions are precipitated. The complex is dash എന്നാണ് ചോദ്യം. അപ്പോൾ AgNO3 ആയിട്ടാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്, സിൽവർ നൈട്രേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്തു. 100 ml ഓഫ് 0.1 molar സൊല്യൂഷൻ ഓഫ് ആണ് കോംപ്ലക്സ് ആണ് ട്രീറ്റ് ചെയ്തത്. അപ്പം നമുക്ക് എത്ര അയോൺ ഉണ്ടായി? 1.2 into 10⁻22 അയോൺ ആണ് നമുക്ക് ഫോം ചെയ്തത്. വിത്ത് എക്സസ് സിൽവർ നൈട്രേറ്റ് 1.2 into 10⁻22 അയോൺസ് ആർ പ്രിസിപ്പിറ്റേറ്റഡ് എന്നാണ്. അപ്പോൾ അതായത് അയോൺസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന അയോൺ ഏതാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കോംപ്ലക്സിൽ പുറത്തേക്ക് വരാൻ സാധ്യതയുള്ളത് Cl- ആണ്. അപ്പോൾ Cl- അയോണിനെ പറ്റിയാണ് എന്നുള്ള ഇൻഡയറക്ട്ലി മീനിങ് ആണ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് Cl- ഒന്ന് കണ്ടെത്തി നോക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് Cl- എന്ന് പറയുന്നത് പ്രിസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് എത്ര പേരുണ്ട്? 1.2 into 10⁻22 അയോൺ ആണ്. ഡിവൈഡഡ് ബൈ നമ്മൾ അവോഗാഡ്രോ നമ്പർ 6 into 10⁻23. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 0.02 മോൾസ് എന്ന് കിട്ടും. 0.02 മോൾസ് 6 12 അല്ലേ, 0.02 മോൾസ് എന്നാണ് കിട്ടുക. അപ്പോൾ ഇത്രയും മോൾസ് ആണ് Cl- ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് കോംപ്ലക്സ് എന്തോരം ഉണ്ടെന്ന് നോക്കാം. എത്ര കോംപ്ലക്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എത്ര കോംപ്ലക്സ് ഉണ്ടെന്ന് അറിയാനായിട്ട് നമുക്ക് നോക്കിക്കേ. 100 ml എന്ന് തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്, മൊളാരിറ്റി തന്നിട്ടുണ്ട്. മൊളാരിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. അപ്പോൾ മൊളാരിറ്റിയും വോളിയവും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ മൊളാരിറ്റിയും വോളിയവും കൂടെ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മൊളാരിറ്റി എന്ന് പറയുന്നത് നമുക്ക് 0.1 ആണ്. വോളിയം ഇൻ ലിറ്റർ 100 into 10⁻³ ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 10⁻² ആണ് നമുക്ക് വരിക. ദാറ്റ് ഈസ് 0.01 ആണ്. അതായത് 0.01 മോളാണ് നമ്മുടെ കയ്യിലുള്ളത് ആ കോംപ്ലക്സ്. അതിൻ്റെ അകത്തു നിന്ന് നമുക്ക് കിട്ടിയത് എത്ര അയോൺസുകൾ ഉണ്ടായെന്നാണ്? 0.02 അയോൺസ് ഉണ്ടായെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ദാറ്റ് ഈസ് ഫ്രം 0.01 മോൾ കോംപ്ലക്സിൽ നിന്നും നമുക്ക് 0.02 മോൾ ആയ Cl- കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് Cl- കിട്ടി. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇവിടെ കോംപ്ലക്സ് ഏതെന്നാണ്, അതായത് എത്ര Cl വെളിയിലുണ്ടെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എത്ര Cl വെളിയിലുണ്ടാകും? 0.01 മോളിൽ നിന്ന് 0.02 മോൾ ഉണ്ടായെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും 2 Cl വെളിയിൽ കിടക്കണം. 2 Cl വെളിയിലുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ. 2 Cl വെളിയിലുള്ള ഒരു ഓപ്ഷനേ അവിടെയുള്ളൂ. ഓപ്ഷൻ 4 ആണ് വരിക. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 4 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യം, അവിടെ അവർ തന്ന അയോൺ Cl- അയോൺ ആണ്. ഇൻഡയറക്ട്ലി അറിയാം, കാരണം ആ കോംപ്ലക്സിൽ അത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. Cl- അയോൺ ആണ്. ആ Cl- അയോൺ എത്ര എണ്ണം വെളിയിലുണ്ടെന്നാണ് ചോദ്യം. ചിലപ്പോൾ ഉള്ളിൽ എത്ര പേരുണ്ടെന്നായിരിക്കും ചോദിക്കുക. അത് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ, ചിലപ്പോൾ ന്യൂമറിക്കലായിട്ട് ഇതുപോലത്തെ ചോദ്യം ചോദിക്കാം. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുക. കാരണം കൗണ്ടർ അയോണായിട്ട് കിടക്കുന്നതാണ് ഡിസോസിയേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ 1 നിന്ന് 2 മോളോ 3 മോളോ 4 മോളോ ഒക്കെ ഉണ്ടാവാം. ഇനി ഇവിടെ അയോണിൻ്റെ എണ്ണമാണ് തന്നേക്കുന്നത്. Cl- അയോണിൻ്റെ സിൽവർ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത Cl- അയോണിൻ്റെ എണ്ണമാണ് നമുക്കിവിടെ തന്നേക്കുന്നത്. നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത്. നമുക്കിനി P ബ്ലോക്കിലേക്ക് പോകാം. P ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയർ P ബ്ലോക്കും സെക്കൻഡ് ഇയർ P ബ്ലോക്കും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ സെക്കൻഡ് ഇയർ P ബ്ലോക്കിലെ ക്വസ്റ്റ്യൻസ് എടുത്താലും ഫസ്റ്റ് ഇയർ P ബ്ലോക്കിലേക്കും കൂടെ പോയിട്ടായിരിക്കും ഡിസ്കഷൻ നടത്തുക.
അപ്പോൾ നമ്മൾ ഇത് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് ദാറ്റ് കനോട്ട് എക്സിസ്റ്റ് ഏതെന്നാണ് ചോദ്യം. ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് നമ്മൾ പലപ്പോഴും ഹാലജനുമായിട്ടുള്ള കോമ്പൗണ്ടുകളെ പറ്റി പലപ്പോഴും പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ 13th ഗ്രൂപ്പിലും 14th ഗ്രൂപ്പിലും 15th-ലും 16th-ലും 17th-ലും ഹാലജനുമായിട്ടുള്ള കോമ്പൗണ്ടുകൾ എങ്ങനെയാണ് അവരുടെ ഹാലൈഡ് ഉണ്ടാവും, ഏതൊക്കെ ടൈപ്പ് ഹാലൈഡ് ഉണ്ടാവും, ഇതെല്ലാം നമ്മൾ 13th ഗ്രൂപ്പ് മുതൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിൽ 17th ഗ്രൂപ്പാണ് ഹാലജൻ. ആ ഹാലജൻ അവരോട് തന്നെ കമ്പൈൻ ചെയ്തിട്ടുള്ള കോമ്പൗണ്ടുകളെയാണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കുക. ഈ ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ ടൈപ്പ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകളാണ് ഫോം ചെയ്യുക. ദാറ്റ് ഈസ് XX-1 ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ XX3- ടൈപ്പ് ഉണ്ട്, XX5- ടൈപ്പ് ഉണ്ട്, അതുപോലെ XX7- ടൈപ്പ് ഉണ്ട്. അതായത് രണ്ടും ഹാലജൻ ആണ് കേട്ടോ. എക്സ് ഒരു ഹാലജൻ ആണെങ്കിൽ X- എന്ന് പറയുന്നത് മറ്റൊരു ഹാലജൻ. അപ്പോൾ അങ്ങനെ ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് പറയുമ്പോൾ ഓഡ് നമ്പേഴ്സ് ആണ്. 1, 3, 5, 7 ആണ് ഉണ്ടാവുക. അപ്പം 5 ഉണ്ടാവാം, 7 ഉണ്ടാവാം. ഇവിടെ 4 എന്നൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അതൊരിക്കലും നമുക്കറിയാം, അതൊരിക്കലും സാധ്യമല്ല. കാരണം അവിടെ നമുക്ക് എന്താണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സിലേക്ക് വരുമ്പോൾ ആ ഒരു ടൈപ്പ് നമുക്കില്ല. അപ്പം XX1- ടൈപ്പ് ഉണ്ട്, XS3- ടൈപ്പ് ഉണ്ട്, XS5- ഉണ്ട്, XS7- ഉണ്ട്. അതിൽ XS4- ആ ഒരു ടൈപ്പ് നമുക്കില്ല. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൻസറിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സുകളെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് 2-3 കാര്യങ്ങളും കൂടെ നോക്കാം. ഈ ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സുകൾ ഓൾ ആർ കോവാലന്റ് ആണ് കേട്ടോ. ഓൾ ആർ കോവാലന്റ് ആണ്. ഓൾ ആർ കോവാലന്റ് ആൻഡ് ഡയാമാഗ്നറ്റിക് ആണ്. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കണം. കാരണം ഇന്റർ ഹാലജൻ കോമ്പൗണ്ടിനെ പറ്റി തെറ്റിപ്പോയ സ്റ്റേറ്റ്മെന്റ് ഏതാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ വരുമ്പോൾ നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഓൾ ആർ കോവാലന്റ് ആണ്, അതുപോലെ അവർ ഡയാമാഗ്നറ്റിക് ആണ്, ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളവരാണ്. പിന്നെ ഇവരുടെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ 2 ഹാലജൻസിനും ഇടയിലായിരിക്കും. അതായത് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സിലേക്ക് വരുമ്പോൾ അവരുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഈ 2 ഹാലജൻസിനും ഇടയിലായിരിക്കും അവരുടെ പ്രോപ്പർട്ടി വരിക. അതായത് ഏതൊക്കെ ഹാലജനുകൾ കൂടി ചേർന്നിട്ടാണോ അവരുണ്ടായേക്കുന്നത് ആ ഹാലജൻസുകളുടെ പ്രോപ്പർട്ടികൾക്കിടയിലായിരിക്കും നമുക്ക് ഏത് വരിക, ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സിന്റെ പ്രോപ്പർട്ടി നമുക്ക് വരിക. അപ്പോൾ അതും നമ്മൾ അറിയാം. എക്സെപ്റ്റ് അവരുടെ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് അല്ലേ. മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റിനെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് അവരുടെ അതായത് കമ്പൈൻ ചെയ്തിട്ടുള്ള ഹാലജൻസുകളുടെ ഇടയിലായിരിക്കും. ഇതിപ്പോൾ നമ്മൾ 17th ഗ്രൂപ്പിലേക്കാണ് പെട്ടെന്ന് പോയത്. ഞാനത് ഗ്രൂപ്പ് 13ലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഫസ്റ്റ് ഇയർ പി ബ്ലോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് 13 എന്ന് പറയുമ്പോൾ ബോറോൺ ഫാമിലിയാണ്. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ഉണ്ട്. അപ്പം ഞാൻ ഗ്രൂപ്പ് 13ലേക്ക് നിങ്ങളെന്ന് കൊണ്ടുപോയാലും ഗ്രൂപ്പ് 13 ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കറിയാലോ ട്രൈ ഹാലൈഡുകൾ ഇവർ ഫോം ചെയ്യുന്നുണ്ട്. എല്ലാവരും തന്നെ ട്രൈ ഹാലൈഡുകൾ ഫോം ചെയ്യുന്നുണ്ട്. എക്സെപ്റ്റ് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എക്സെപ്റ്റ് എല്ലാവരും തന്നെ ഗ്രൂപ്പ് 13 എല്ലാവരും തന്നെ ട്രൈഹാലൈഡ്സുകൾ ഫോം ചെയ്യുന്നുണ്ട്. എക്സെപ്റ്റ് ഏതാണ്? താലിയത്തിൻ്റെ I3 അല്ല, എക്സെപ്റ്റ് TL-I3. അപ്പോൾ ആ ഒരു കാര്യമാണ് എനിക്ക് അവിടെ ഓർക്കേണ്ടതായിട്ട് പറയാനായിട്ടുള്ളത് ഗ്രൂപ്പ് 13-ുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ. ഇനി ഞാനത് അതേ സ്ഥാനത്ത് ഗ്രൂപ്പ് 14ലേക്ക് വരുമ്പോൾ, ഗ്രൂപ്പ് 14 കാർബൺ ഫാമിലിയിലേക്ക് വരുമ്പോൾ അവിടെ MX2 ടൈപ്പ് ഹാലൈഡുകളും ഉണ്ട്, MX4 ടൈപ്പും ഉണ്ട്. അതായത് ഡൈഹാലൈഡുകളും ടെട്രാഹാലൈഡുകളും 14th ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ഡൈഹാലൈഡുകളും ഉണ്ട്, ടെട്രാഹാലൈഡുകളും ഉണ്ട്. അപ്പോൾ ഈ ഡൈഹാലൈഡ് ടെട്രാഹാലൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എക്സെപ്റ്റ് കാർബൺ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ഡയറക്ട്ലി റിയാക്ട് വിത്ത് ഹൈഡ്രജൻ. അപ്പോൾ എക്സെപ്റ്റ് കാർബൺ ഓൾ അതർ ഡയറക്ട്ലി റിയാക്ട് വിത്ത് ഹാലജനുമായിട്ട് ബാക്കിയുള്ളവരൊക്കെ റിയാക്ട് ചെയ്യുന്നു. ദാറ്റ് 14th ഗ്രൂപ്പിൽ കാർബൺ മാത്രമാണ് ഡയറക്റ്റ് ഈ ഹാലജനുമായിട്ട് കോമ്പിനേഷൻ ഇല്ലാത്തത്. അത് പറയാം. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു കാര്യം അവിടെ പറയുന്നത് ഈ MX4ലേക്ക് വരുമ്പോൾ മോസ്റ്റ് ഓഫ് ദം ആർ ഏതാണ്? കോവാലൻ്റ് ആണ്. കണ്ടോ? അതായത് നമ്മൾ പറഞ്ഞു ഈ വേർഡിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. കാരണം ഓൾ ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് ആർ കോവാലന്റ്. ഇവിടെ 14th ഗ്രൂപ്പിൽ നമ്മൾ പറയുവാണ് MX4ലേക്ക് വരുമ്പോൾ, ടെട്രാഹാലൈഡ്സിലേക്ക് വരുമ്പോൾ മോസ്റ്റ് ഓഫ് ദം ആർ കോവാലന്റ്. ഓൾ ആർ കോവാലന്റ് എന്നല്ല, മോസ്റ്റ് ഓഫ് ദം ആർ കോവാലന്റ് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലർക്ക് തോന്നിയേക്കാം എക്സെപ്ഷൻ ഉണ്ട്. ടിന്നിൻ്റെ ടെട്രാഫ്ലൂറൈഡ്, അതുപോലെ തന്നെ ലെഡിൻ്റെ ടെട്രാഫ്ലൂറൈഡ്, ഇതൊക്കെ അയോണിക് ബിഹേവിയർ ആണ് കാണിക്കുക. കണ്ടോ? അപ്പോൾ അതാണ് ഈ ഹാലജനുകളിലേക്ക് വരുമ്പോൾ നമ്മൾ 13th ഗ്രൂപ്പിൽ പരിചയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ PB ലെഡിൻ്റെ ടെട്രാ അയഡൈഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ്. ഈ ലെഡിൻ്റെ ടെട്രാ ഹാലൈഡ് എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. PbI4 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യവും കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കും. ഇനി അതുപോലെ തന്നെ ഇവരുടെ സോളിബിലിറ്റി ടെട്രാഹാലൈഡ്സിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന മറ്റൊരു കാര്യം ഇവരുടെ സ്റ്റെബിലിറ്റി, സോളിബിലിറ്റി അല്ല സ്റ്റെബിലിറ്റി. ജർമേനിയത്തിൻ്റെ ടെട്രാഹാലൈഡുകളാണ് ജർമേനിയത്തിൻ്റെ ഡൈഹാലൈഡിനേക്കാളും മോർ സ്റ്റേബിൾ.
നമ്മൾ ഈ ഇനേർട്ട് പെയർ എഫക്റ്റ് ഒക്കെ നിമിത്തം നമ്മൾ പറയാറുണ്ടല്ലോ, താഴേക്ക് വരുമ്പോൾ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി കൂടും, +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി കുറയും, ഇനേർട്ട് പെയർ എഫക്റ്റ് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ്. അപ്പോൾ ഈ ജർമേനിയത്തിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും താഴെയുള്ള ആളല്ല ജർമേനിയം. ഈ ജർമേനിയത്തിൻ്റെ കേസിൽ ടെട്രാഹാലൈഡ് ആണ് മോർ സ്റ്റേബിൾ എന്തിനേക്കാളും, ഡൈഹാലൈഡിനേക്കാളും. പക്ഷേ കുറച്ചും കൂടെ നിങ്ങൾ താഴേക്ക് പോക്കേ, ഇപ്പോൾ ലെഡിൻ്റെ കേസിലേക്ക് വന്നേ, ലെഡിൻ്റെ ഡൈഹാലൈഡ് ആണ് ടെട്രാഹാലൈഡിനേക്കാളും മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സ്റ്റെബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. സോലബിലിറ്റി അല്ല കേട്ടോ, സ്റ്റെബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ജർമേനിയത്തിൻ്റെ ടെട്രാഹാലൈഡ് ആണ് മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത് ഡൈഹാലൈഡിനേക്കാളും. എന്നാൽ ലെഡിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഡൈഹാലൈഡ് ആണ് മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത് ടെട്രാഹാലൈഡിനേക്കാളും. അപ്പോൾ ആ ഒരു കാര്യവും കൂടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് അറിഞ്ഞിരിക്കണം. ഇനി ഞാൻ ഗ്രൂപ്പ് 14 വരെ ആയത്, നമ്മൾ +2ലേക്ക് ചാടിയാൽ ഗ്രൂപ്പ് 15ലേക്ക് വരാം. ഗ്രൂപ്പ് 15ലേക്ക് വരുമ്പോൾ 2 ടൈപ്പ് ഹാലൈഡുകളാണ് അവർ ഫോം ചെയ്യുക. EX3 ടൈപ്പ് ഹാലൈഡുകളും ഉണ്ട്, EX5 ടൈപ്പ് ഹാലൈഡുകളുണ്ട്. EX5 ടൈപ്പ് ഹാലൈഡിനെ പറ്റി NCERT പറയുന്നത് മോസ്റ്റ് ഓഫ് ദം ആർ കോവാലൻ്റ് എന്നാണ്, അല്ലേ. മോസ്റ്റ് ഓഫ് ദം എന്താണ്, കോവാലൻ്റ് ബിഹേവിയർ കാണിക്കുന്നു തന്നെയാണ് പറയാം. അപ്പോൾ EX3 ടൈപ്പും ഉണ്ട്, EF5 ടൈപ്പും ഉണ്ട്. ഇനി നൈട്രജൻ ഉണ്ടാക്കുന്നേയില്ല, നൈട്രജൻ പെൻറ്റാഹാലൈഡ്സ് ഉണ്ടാക്കുന്നില്ല. നൈട്രജന് പെൻറ്റാഹാലൈഡ്സ് ഉണ്ടാക്കാനായിട്ടുള്ള കഴിവില്ല, കാരണം ഈ ഒരു ഡി ഓർബിറ്റൽ ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ നൈട്രജൻ്റെ പെൻറ്റാഹാലൈഡ്സ് ഫോം ചെയ്യുന്നില്ല. പെൻറ്റാഹാലൈഡ്സ് നൈട്രജൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇനി ട്രൈഹാലൈഡിലേക്ക് വരുമ്പോൾ NF3യുടെ പറ്റി ഒരു കാര്യം പറയുന്നത്, NF3 നോൺ ടു ബി സ്റ്റേബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺലി NF3 ഈസ് നോൺ ടു ബി സ്റ്റേബിൾ. ഇപ്പോൾ ട്രൈഹാലൈഡിലേക്ക് വരികയാണെങ്കിൽ നൈട്രജൻ്റെ ട്രൈഹാലൈഡിൽ NF3 ആണ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ട്രൈഹാലൈഡ്. നൈട്രജൻ്റെ പെൻറ്റാഹാലൈഡുകൾ ആരും തന്നെ ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു 15th ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുക. ഇനി ഗ്രൂപ്പ് 60ലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഗ്രൂപ്പ് 60ലേക്ക് നമ്മൾ ഈ ഒരു ഹാലജനുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ, ഇവർ കുറച്ചും കൂടെ വെറൈറ്റീസ് ഓഫ് ഹാലൈഡുകൾ ഉണ്ടാക്കാൻ കഴിവുള്ള ആളാണ് ഗ്രൂപ്പ് 16. അതായത് അവർ EX6 ടൈപ്പ് ഉണ്ട്, അതുപോലെ EX4 ടൈപ്പ് ഉണ്ട്, അതുപോലെ EX2 ടൈപ്പ് ഹാലൈഡുകൾ ഫോം ചെയ്യുന്നുണ്ട്. ES6, ഇപ്പോൾ സൾഫറിനൊക്കെ നിങ്ങൾ SF6 ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് തന്നെയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലെങ്കിൽ ഈ ഹെക്സാ ഹാലൈഡുകളിൽ ഹെക്സാ ഫ്ലൂറൈഡുകളാണ് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഹെക്സാ ഫ്ലൂറൈഡ്സുകളാണ് സ്റ്റേബിൾ. ഹെക്സാ ഹാലൈഡുകൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ SF6 പോലുള്ള ഹെക്സാ ഫ്ലൂറൈഡുകളാണ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം അവിടെ അറിഞ്ഞിരിക്കുക. ഇനി ടെട്രാഹാലൈഡിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു 3 പേരെ പറ്റി പറഞ്ഞേക്കുവാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ SF4 സൾഫറിൻ്റെ ടെട്രാ ഫ്ലൂറൈഡ് എടുത്താൽ അത് ഗ്യാസ് ആണ്. നേരെ മറിച്ച് സെലീനിയത്തിൻ്റെ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് ലിക്വിഡാണ്. ടെലൂറിയത്തിൻ്റെ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് സോളിഡ് ആണ്. sp3d ഹൈബ്രിഡൈസേഷൻ ആണ് എല്ലാവർക്കും, sp3d ഹൈബ്രിഡൈസേഷനും ആണ്. അപ്പോൾ SF4 ഒരു ഗ്യാസ് ആണ്, SeF4 ലിക്വിഡ് ആണ്, TeF4 എന്ന് പറയുന്നത് സോളിഡ് ആണ്, വിത്ത് ഓൾ ഓഫ് ദം ഹാവിങ് sp3d ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഇതൊക്കെ NCERTയിൽ പറയുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റുകളാണ്. ഈ ഒരു ഹാലജൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ട വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ്. അതെല്ലാം നമ്മൾ ഓർക്കുകയും പഠിക്കുകയൊക്കെ വേണം. ഇനി EX2 ടൈപ്പ് ഹാലൈഡുകളിലേക്ക് വരുമ്പോൾ നമ്മൾ പൊതുവെ ഹാലൈഡ്സുകളെ പറ്റി അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അവർ പലരും ഡൈമറൈസ് ചെയ്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ആണ് നമുക്ക് NCERT പഠിപ്പിക്കുക. ഇപ്പോൾ ഗ്രൂപ്പ് 16ലേക്ക് വരുമ്പോൾ അതാണ്. ഗ്രൂപ്പ് 17 നമ്മൾ ഓൾറെഡി ഇപ്പോൾ കണ്ടു കഴിഞ്ഞു, ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സുകളാണ് ഗ്രൂപ്പ് 17 നമുക്ക് ഉള്ളത്. ഗ്രൂപ്പ് 18ലേക്ക് വരുമ്പോൾ സെനോണാണ് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നത്. ഹീലിയത്തിൻ്റെ നിയോണിൻ്റെ ഒന്നും കോമ്പൗണ്ടുകളൊന്നും നമുക്ക് ഇതുവരെ അറിവില്ല എന്ന് തന്നെയാണ് പറയുക, അല്ലേ. അപ്പോൾ സെനോണിൻ്റെ ഈ ഒരു XeF6, XeF4 പോലുള്ള ടെട്രാ ഹാലൈഡുകൾ, ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും സെനോണുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതെല്ലാമാണ് നമുക്ക് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. P ബ്ലോക്കിലേക്ക് തന്നെ വരുമ്പോൾ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ പ്രോപ്പർട്ടി ഇൻഡിക്കേറ്റഡ് അഗെയിൻസ്റ്റ് ഇറ്റ്. ഏതാണ് തെറ്റിപ്പോയതെന്നുള്ളതാണ് ചോദ്യം. നമുക്കിവിടെ ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഐഡിൻ കോവാലൻ്റ് റേഡിയസ് വന്നിട്ടുണ്ട്. F-, Cl-, Br-, I-. എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ തന്നിട്ടുണ്ട്. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഐഡിൻ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി തന്നിട്ടുണ്ട്. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഐഡിൻ XX ബോണ്ട് ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹാലജൻസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇവിടെ നമ്മളുടെ ചോദ്യം വന്നിരിക്കുന്നത്. ഹാലജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ചോദ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഹാലജൻസിന് ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ താഴേക്ക് വരുമ്പോൾ നമുക്കറിയാം ഒരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതനുസരിച്ച് സൈസ് എന്ന് പറയുന്നത് കൂടും. ഒരു ഗ്രൂപ്പ് മുകളിൽ നിന്ന് താഴേക്കുള്ളതാണെന്നും ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതനുസരിച്ച് സൈസ് കൂടുമെന്ന് പറഞ്ഞിരിക്കുക. ഇനി പീരീഡ് ആണെങ്കിൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്ത് ചെയ്യുന്നു, ആറ്റമിക് സൈസ് കുറഞ്ഞ് വരും.
So in a group from top to bottom atomic size increases, whereas in a period from left to right atomic size എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അടിയിലേക്ക് വരുമ്പോൾ താഴേക്ക് വരുന്നതനുസരിച്ച് ആറ്റമിക് സൈസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കൂടി വരും. അപ്പോൾ ഇവിടെ കോവാലൻ്റ് റേഡിയസ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അടിയും കോവാലൻ്റ് റേഡിയസ് താഴേക്ക് വരുമ്പോൾ കൂടുന്നു, കറക്റ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് കൊടുത്തേക്കുന്നത് ഫ്ലൂറിൻ എഫ് മൈനസ് സി എൽ മൈനസ് ബി ആർ മൈനസ് ഐ മൈനസ് എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത്, എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ. തേർഡ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത് ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ഇപ്പം എല്ലാവർക്കും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന കാരണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സെപ്ഷൻ ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് അല്ലേ. അതായത് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഉള്ളത് സാധാരണ നമ്മൾ പറയാറുണ്ട്, ആറ്റമിക് സൈസ് കുറവുള്ളവരെ സംബന്ധിച്ച് സൈസ് കുറവുള്ള അല്ലെങ്കിൽ ബോണ്ട് ലെങ്ത് കുറയുമ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് കൂടും. അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി തന്നെയാണ് ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ ഇതാണ് ബോണ്ട് ലെങ്ത്. അപ്പോൾ താഴേക്ക് വരുന്നതനുസരിച്ച് ബോണ്ട് ലെങ്ത് കൂടും. ബോണ്ട് ലെങ്ത് കൂടിയവരെ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്, ബോണ്ട് എൻതാൽപ്പി കുറവാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈസ് ഏറ്റവും കുറഞ്ഞ ഫ്ലൂറിൻ ആറ്റങ്ങൾക്ക് ഇടയിലുള്ള കോമ്പിനേഷൻ വരുമ്പോഴാണ് ബോണ്ട് ലെങ്ത് കുറവ്, അപ്പോഴാണ് ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് കൂടുതൽ ബുദ്ധിമുട്ട് വരേണ്ടത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. കാരണം ഫ്ലൂറിൻ സിംഗിൾ ബോണ്ട് വീക്കാണ്. ബിക്കോസ് ഇവിടെ നമുക്കറിയാം ലോൺ പെയർ ഇലക്ട്രോൺസുകളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ലോൺ പെയർ റിപ്പൾഷൻസുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഈ ബോണ്ട് വളരെ വീക്കാണ്. എന്തോരം വീക്കാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് വേണ്ടത് ക്ലോറിന് തന്നെയാണ്. രണ്ടാം സ്ഥാനം ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് ബ്രോമിനാണ്. ഫ്ലൂറിൻ എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഫ്ലൂറിൻ്റെ എനർജി നമ്മൾ പറയാം ഒരു 158.8 ആണെങ്കിൽ അയഡിൻ്റെ എനർജി 151.1 ആണ്. വളരെ ക്ലോസ് ആയിട്ടുള്ള വാല്യൂ തന്നെയാണ്. കാരണം ഏറ്റവും ബോണ്ട് ലെങ്ത് ഉള്ള അയഡിൻ്റെ അടുത്തേക്ക് പോയി ഫ്ലൂറിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം ഫ്ലൂറിലെ ബോണ്ട് ലെങ്ത് ഒക്കെ കുറവാണല്ലോ. അപ്പോൾ നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് കൂടുതലെന്ന് പറയുന്നത് ക്ലോറിന് തന്നെയാണ്. അപ്പോൾ അതാണ് അവിടെ തെറ്റിപ്പോയത്. സോ ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ് വന്നത്. നോട്ട് കറക്റ്റ് എന്ന് തന്നെയാണ് ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് എന്ന് തന്നെയാണ് ചോദ്യം. അപ്പോൾ ബോണ്ട് എൻതാൽപ്പിയായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഓൾ ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ് ആർ ഗേഷ്യസ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്നു. Interhalogens are either gaseous or liquid at room temperature. Interhalogens can be solid or liquid or gas at room temperature. And interhalogen compounds are liquid at room temperature എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ് എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു, കോവാലൻ്റ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അവർ സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ, അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ളവരുണ്ട്, ലിക്വിഡ് ആയിട്ടുള്ളവരുണ്ട്, അതുപോലെ തന്നെ ഗേഷ്യസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇന്റർഹാലജൻ കോമ്പൗണ്ട്സുകളുണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CLF, BRF തുടങ്ങിയവയൊക്കെ ഗേഷ്യസ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുക, ഗ്യാസ് ആണ്. നേരെ മറിച്ച് BRF3 എന്ന് പറയുന്ന ഇന്റർഹാലജൻ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ ഒരു യെല്ലോ ഗ്രീൻ ലിക്വിഡാണ്. അതിൻ്റെ ആ ഒരു ഇന്റർഹാലജൻ കോമ്പൗണ്ട്സിൻ്റെ ആ ഒരു ഫിസിക്കൽ നേച്ചർ അങ്ങ് മാറിയതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇത് ഗ്യാസ് ആണ്, BRF3 എന്ന് പറയുന്നത് യെല്ലോ ഗ്രീൻ ലിക്വിഡാണ്. നേരെ മറിച്ച് ഇതേ സ്ഥാനത്ത് നമ്മൾ IBR നോക്കുവാണെന്ന് വിചാരിക്കുക. IBR അതൊരു ബ്ലാക്ക് സോളിഡാണ്. എന്നാൽ ICL3 എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് സോളിഡാണ്. അപ്പോൾ സോളിഡ് ആയിട്ടുള്ളവരും ഉണ്ട്, ലിക്വിഡ് ആയിട്ടുള്ളവരും ഉണ്ട്, ഗ്യാസ് ആയിട്ടുള്ളവരും ഉണ്ട്. ഈ മൂന്ന് ടൈപ്പ് അല്ലെങ്കിൽ ഈ മൂന്ന് ഫിസിക്കൽ സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യുന്ന ഇന്റർഹാലജൻ കോമ്പൗണ്ട്സുകളുണ്ട്. സോ ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ് ക്യാൻ ബി സോളിഡ് ഓർ ലിക്വിഡ് ഓർ ഗ്യാസ് അറ്റ് റൂം ടെമ്പറേച്ചർ എന്നുള്ളത് കറക്റ്റ് സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ റൈറ്റ് ആൻസർ വരിക ഓപ്ഷൻ 3 ആണ് നമുക്ക് വരിക. ഓപ്ഷൻ 3 either it may be solid or liquid or gas at room temperature. 14th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 14th ക്വസ്റ്റ്യൻ, the ratio of total number of lone pairs in XCF2 and XCF4. ശരിക്കും ഒരു ബോണ്ടിങ്ങിൽ ഇതുപോലെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ്. XCF4 XCF2 ലോൺ പെയറിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്ന് നമുക്കിവിടെ സ്ട്രക്ചർ വെച്ചിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ ബോണ്ടിങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഷേപ്പൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഇവിടെ നമുക്കറിയാം സെനോണിന് ചുറ്റും 3 ലോൺ പെയേഴ്സ് ഉണ്ട് സെൻട്രൽ ആറ്റത്തിൽ. പക്ഷേ ഇവിടെ സെൻട്രൽ ആറ്റം എന്നൊന്നും പറഞ്ഞിട്ടില്ല, ടോട്ടൽ നമ്പർ ഓഫ് ലോൺ പെയർ എന്നാണ് ചോദ്യം. അപ്പോൾ ഫ്ലൂറിലെ ലോൺ പെയറും കൂടെ നമ്മൾ പരിഗണിക്കണം. ഫ്ലൂറിലെ ലോൺ പെയർ ഉണ്ട് കണ്ടോ. അപ്പോൾ ടോട്ടൽ എത്ര ലോൺ പെയർ എന്ന് വെച്ചാൽ 3 + 3 + 3, അപ്പോൾ നമുക്ക് 9 ലോൺ പെയർ വരും. അപ്പോൾ XCF2 ടോട്ടൽ 9 ലോൺ പെയർസ് ആണ് വരിക. ഇനി XCF4 വരുമ്പോൾ ടോട്ടൽ എത്ര ലോൺ പെയർ വരും എന്നാണ്. XCF4 നമുക്കൊരു സ്ക്വയർ പ്ലാനാർ ഷേപ്പാണ്.
അപ്പോൾ ഇവിടെ 3 ഉണ്ട്, 3 3 12 2 14 ലോൺ പെയേഴ്സ് വരും, 14 ലോൺ പെയേഴ്സ് വരും അല്ലേ. അതായത് XeF2-ൽ 9 ലോൺ പെയേഴ്സ് ആണുള്ളത്, XeF4-ൽ നമുക്ക് 14 ലോൺ പെയേഴ്സ് ആണുള്ളത്, 14 ലോൺ പെയേഴ്സ്. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര ലോൺ പെയർ വരും എന്ന് വെച്ചാൽ 9:14 വരും, 9:14. അതിൻ്റെ ആൻസർ അവിടെ ഉണ്ട്, ഓപ്ഷൻ 2 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരും, ഓപ്ഷൻ 2. അപ്പോൾ അതും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പി ബ്ലോക്കിലെ ക്വസ്റ്റ്യൻസ് എല്ലാവരും പി ബ്ലോക്കിലെ ക്വസ്റ്റ്യൻ ആണ്, ഇനോർഗാനിക് ആണ്, ഈസി ആണ് എന്നൊക്കെ വിചാരിച്ച് പലപ്പോഴും ശ്രദ്ധിക്കാതെ പഠിക്കാറുണ്ട്. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഈ NCERT നന്നായിട്ട് വൃത്തിയായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ആണ്, ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോഴും ഇതുപോലെ സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇതിപ്പോൾ നമുക്ക് ബോണ്ടിങ് വെച്ചിട്ടായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമുക്ക് സെൻറ്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും ചോദിക്കാം കേട്ടോ. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കുകയും കൂടെ വേണം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് XeF4 റിയാക്ട് വിത്ത് SbFi ടു ഫോം എ പ്രോഡക്റ്റ് കൺസിസ്റ്റിംഗ് ഓഫ് കാറ്റോഡിക് സ്പീഷീസ് ആൻഡ് ആൻ ആനിയോണിക് സ്പീഷീസ്. The hybridization of the central atom of cationic species and anionic species are respectively എന്നാണ് ചോദ്യം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ സെനോണിൻ്റെ കോമ്പൗണ്ട്സുകളെ പറ്റിയൊന്നും നമുക്ക് കോമ്പൗണ്ട് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടല്ല അവിടെ കൊടുത്തേക്കുന്നത്. ആ എലമെൻ്റൽ സ്റ്റഡിയുടെ കൂട്ടത്തിൽ തന്നെയാണ് ഈ സെനോണിൻ്റെ ഈ ഒരു കോമ്പൗണ്ടുകളൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ XeF4 SbF ആൻറ്റിമണി പെൻറ്റാഫ്ലൂറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഈ SbF5-ൻ്റെ പ്രത്യേകത ഒരു ഫ്ലൂറൈഡ് അയോൺ അക്സെപ്റ്റർ ആണ്. അപ്പോൾ SbF5 ഒരു ഫ്ലൂറൈഡ് അയോൺ അക്സെപ്റ്റർ ആണ്. അപ്പോൾ ഫ്ലൂറൈഡ് അയോൺ അക്സെപ്റ്ററുമായിട്ടാണ് XeF4 റിയാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഫ്ലൂറൈഡ് അയോൺ അക്സെപ്റ്ററുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, SbF5-ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് XeF4 എന്നുള്ളത് XeF3+ഉം അതുപോലെ തന്നെ SbF6- ആയിട്ട് മാറും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു sp3d ഹൈബ്രിഡൈസേഷനിലേക്ക് വരും. XeF3+, SbF6 എന്ന് പറയുമ്പോൾ sp3d2 ഒരു ഒക്ടാഹിഡൽ ഷേപ്പിലേക്ക് വരും. ഇത് ടെട്രാഹിഡൽ ട്രയഗണൽ പ്ലാനാർ ഷേപ്പിലേക്കും അത് മാറും. അപ്പോൾ ഈ ഫ്ലൂറൈഡ് അയോൺ അക്സെപ്റ്റർ, ഫ്ലൂറൈഡ് അയോൺ ഡോണർ ഇതെല്ലാം നമുക്കുണ്ട്. ഇപ്പോൾ മെറ്റാലിക് കോമ്പൗണ്ടുകൾ, മെറ്റാലിക് ഫ്ലൂറൈഡ് എടുത്തു കഴിഞ്ഞാൽ പലരും ഫ്ലൂറൈഡ് അയോൺ ഡോണറായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ അത് ചോദിച്ചേക്കുന്നത് ഹൈബ്രിഡൈസേഷൻ ആണ്. XeF4 react with SbF5 to form a product consisting of cationic species and anionic species. Hybridization of central atom respectively ഏതെന്നാണ് ചോദ്യം. കാറ്റോണിക് ആൻഡ് ആനിയോണിക് സ്പീഷീസിൻ്റെ ഹൈബ്രിഡൈസേഷൻ ആണ് ചോദ്യം. sp3d ആൻഡ് sp3d2 ആണ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ് നമുക്ക് വരിക. ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു കോംപ്ലക്സ് സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എ സീരീസ് ഓഫ് ഓർഡർ ആണ് ഇവിടെ തന്നേക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് കറക്റ്റ് ഓർഡർ ഫ്രം ദ ഫോളോയിങ്. ഇതിൽ എത്ര കറക്റ്റ് ഓർഡർ ഉണ്ടെന്നാണ് ചോദ്യം. കമൻറ്റ് ചെയ്യാമോ എത്ര ഓർഡർ കറക്റ്റ് ഉണ്ടെന്നാണ്? എത്ര ഓർഡറുകളാണ്? ഒരുമാതിരിപ്പെട്ട എല്ലാ ഓർഡറുകളും നമ്മൾ പി ബ്ലോക്കിൽ നിന്നുള്ള ഓർഡറുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ബേസിക് ക്യാരക്ടറിൻ്റെ ഓർഡർ ഉണ്ട്, ബോയിലിംഗ് പോയിൻറ്റിൻ്റെ, മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ, വോളറ്റൈലിറ്റി, തെർമൽ സ്റ്റെബിലിറ്റി, ഓർഡർ ഓഫ് ബോണ്ട് ആംഗിൾ, ബോണ്ട് ലെങ്ത്, റെഡ്യൂസിങ് പവർ, ബോയിലിംഗ് പോയിൻറ്റ്, ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ എത്ര കറക്റ്റ് ഓർഡറുകൾ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു ഇതിനകത്ത് ബോയിലിംഗ് പോയിൻറ്റും മെൽറ്റിംഗ് പോയിൻറ്റും ഒക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു ഇവർ ഹൈഡ്രൈഡുകളുടെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. എസ്പെഷ്യലി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഗ്രൂപ്പ് 13, 14, 15, 16, 17 ഹൈഡ്രൈഡുകളുടെ പ്രോപ്പർട്ടീസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്കറിയാമല്ലോ NCERT ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഹൈഡ്രൈഡുകൾക്ക് വേണ്ടിയിട്ട്. ആ ഹൈഡ്രൈഡുകളുടെ പ്രോപ്പർട്ടിയാണ് ഇവിടെ കൊടുത്തേക്കുക. മെറ്റൽസിൻ്റെ ആയിട്ടുള്ള പ്രോപ്പർട്ടി അല്ല ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് ഒരെണ്ണം കൊടുത്തിട്ടുള്ളത് ഇലക്ട്രോനെഗറ്റിവിറ്റി മാത്രമാണ്, അല്ലെങ്കിൽ എലമെൻസിൻ്റെ പ്രോപ്പർട്ടി. മെറ്റൽസ് എന്ന് പറയുന്നത് എലമെൻസിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട്. അപ്പോൾ ബാക്കിയുള്ളെല്ലാം ഹൈഡ്രൈഡുകളുടെ പ്രോപ്പർട്ടിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളൊന്ന് നോക്കണേ. ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു 13th ഗ്രൂപ്പ് 14th ഗ്രൂപ്പ് വരെ നമ്മൾ ഈ ഒരു ഓർഡറിലേക്ക് വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പം ഗ്രൂപ്പ് 13ലേക്ക് വരുമ്പോൾ നമുക്കറിയാലോ ബോറോൺ ഫാമിലിയാണ്. അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ ഓർഡർ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. ബോറോൺ, അലുമിനിയം, താലിയം, ഇൻഡിയം, ഗാലിയം എന്നുള്ളതാണ് മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ ഓർഡർ. ഈ ഗാലിയത്തിൻ്റെ 303 കെൽവിനാണ് മെൽറ്റിംഗ് പോയിൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ടെമ്പറേച്ചറൊക്കെ മെഷർ ചെയ്യുന്ന തെർമോമെട്രിക് മെഷർമെൻറ്റ്സുകളിൽ ഈ ഗാലിയൊക്കെ ഉപയോഗിക്കാറുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ബോറോൺ, അലുമിനിയം, താലിയം, ഇൻഡിയം, ഗാലിയം എന്നുള്ളതാണ് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ ഓർഡർ. എന്നാൽ ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ഓർഡറിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പ് 13ലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. റെഗുലർ ആയിട്ടുള്ള ഒരു ഓർഡർ തന്നെയാണ് ബോയിലിംഗ് പോയിൻറ്റിലുള്ളത്. അപ്പം 13th ഗ്രൂപ്പിൻ്റെ മെറ്റൽസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എലമെൻസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ മെൽറ്റിംഗ് പോയിൻറ്റിന് നമുക്കൊരു വേരിയേഷൻ ഉണ്ട്. ബോറോൺ, അലുമിനിയം, താലിയം, ഇൻഡിയം, ഗാലിയം എന്നാണ് വന്നേക്കുന്നത്. പക്ഷേ ബോയിലിംഗ് പോയിൻറ്റിൽ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം താഴേക്ക് വരുന്നതനുസരിച്ച് ഉള്ള കാര്യമാണ്, കുറഞ്ഞു വരുന്ന കാര്യമാണ് നമുക്കിവിടെ ഉള്ളത്.
എന്നാൽ ഇതേ കാര്യങ്ങൾ തന്നെ നമ്മൾ ഗ്രൂപ്പ് 40ലേക്ക് നമ്മളൊന്ന് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് 40ലേക്ക് വരുമ്പോൾ നമുക്ക് മെൽറ്റിംഗ് പോയിന്റിൻ്റെ ഓർഡറിലേക്ക് വരുമ്പോൾ കാർബണിന് ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് വരും, പിന്നെ നമുക്ക് സിലിക്കൺ വരും, പിന്നെ നമുക്ക് ജർമേനിയം വരും, പിന്നെ നമുക്ക് ലെഡും ടിന്നുമാണ് വരിക. ടിൻ ആൻഡ് ലെഡാണ് കറക്റ്റ് ഓർഡർ. പക്ഷേ ലെഡ് ആൻഡ് ടിൻ എന്നുള്ള കറക്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ ഓർഡർ ടിൻ ആൻഡ് ലെഡ് എന്നാണ്. പക്ഷേ മെൽറ്റിംഗ് പോയിന്റിൻ്റെ കറക്റ്റ് ഓർഡർ ലെഡെന്നും ടിന്നെന്നുമാണ് വരിക. അപ്പോൾ ഈ ലെഡിന് നമുക്കൊരു 600 അടുത്താണ് NCERT കൊടുത്തിട്ടുള്ള വാല്യൂ. ടിന്നിലേക്ക് വരുമ്പോൾ നമ്മളൊരു 505 ആണ് മെൽറ്റിംഗ് പോയിന്റ് വരിക. കെൽവിനാണ് 505 അടുത്താണ് മെൽറ്റിംഗ് പോയിന്റ് വരിക. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഓർഡർ കാർബൺ, സിലിക്കൺ, ജർമേനിയം, ലെഡ് ആൻഡ് ടിൻ എന്നുള്ളതാണ് ഗ്രൂപ്പ് 14. എന്നാൽ ബോയിലിംഗ് പോയിന്റ് ഓർഡർ നമ്മളോട് ചോദിച്ചാൽ ബോയിലിംഗ് പോയിന്റിൻ്റെ ഗ്രൂപ്പ് 14 ഓർഡറാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ അവിടെ സ്പെഷ്യലി നമുക്കൊരു ഓർഡർ ഒന്നും ഇല്ല. അതിന് ബോയിലിംഗ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാർബണിൽ പ്രത്യേകിച്ച് കാർബണിൻ്റെ വാല്യൂസ് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഈ ലിക്വിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ എസ്പെഷ്യലി എന്ത് പറയുക, ഈ ഒരു ബോയിലിംഗ് പോയിന്റിൻ്റെ വാല്യൂസ് ഒക്കെ ആയിട്ട് നമ്മൾ പറയാം. നമ്മൾ ഗ്രൂപ്പ് 15ലേക്ക് നമ്മൾ വരുമ്പോൾ ഗ്രൂപ്പ് 15ലേക്ക് വരുമ്പോൾ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൻ്റെ ഓർഡറിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ആഴ്സനിക്കിനാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ആഴ്സനിക്കിനാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ആൻറ്റിമണി, പിന്നെ ബിസ്മിത്ത്, പിന്നെ ഫോസ്ഫറസ്, പിന്നെ നൈട്രജൻ. ഈ നൈട്രജൻ്റെ മോളിക്കുലാർ നൈട്രജൻ ആണ് നമ്മളൊരു സ്റ്റാർ സിമ്പിളൊക്കെ ഇട്ട് അവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും NCERTയിൽ. മോളിക്കുലാർ നൈട്രജൻ ആണ് ഉദ്ദേശിക്കുന്നത്. ആഴ്സനിക്കിനാണ്. അത് ഗ്രേ ആൽഫ ഫോം ആണ്. ആഴ്സനിക്കിൻ്റെ ഏത് ഫോം ആണെന്നൊക്കെ വരെ NCERT കൊടുത്തിട്ടുണ്ട്. ഗ്രേ ആൽഫ ഫോം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആൻറ്റിമണി, ബിസ്മിത്ത്, ഫോസ്ഫറസ്, നൈട്രജൻ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി നൈട്രജൻ കൊടുത്തേക്കുന്നത് വളരെ കുറച്ചാണ്. ഒരു 63 കെൽവിനൊക്കെ കൊടുത്തിട്ടുള്ളൂ. കാരണം നമുക്കറിയാലോ ഓൾറെഡി ഒരു ഗേഷ്യസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവനെ സോളിഡ് സ്റ്റേറ്റിൽ കൊണ്ടുവന്നിട്ടാണ് ഒരാളുടെ മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം അയാൾ സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നിലവിൽ അയാളെ സോളിഡായിട്ട് ഇമാജിൻ ചെയ്യുക, എന്നിട്ട് വേണം നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് പറയാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് 15ലേക്ക് വരുമ്പോൾ നമുക്ക് പറയാം. ഇനി ബോയിലിംഗ് പോയിന്റിലേക്കാണ് ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അവിടെ ഏറ്റവും കൂടുതലുള്ളത് ആൻറ്റിമണിക്കാണ്, പിന്നെ ബിസ്മിത്ത് വരും, പിന്നെ ആഴ്സനിക്കാണ്, പിന്നെ ഫോസ്ഫറസ്, പിന്നെ നൈട്രജനാണ്. ഈ ഫോസ്ഫറസ് അവിടെ എടുത്തേക്കുന്നതിന് വൈറ്റ് ഫോസ്ഫറസ് ആണ് നമ്മൾ എടുത്തേക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബോയിലിംഗ് പോയിന്റിൻ്റെ ഓർഡർ വരിക ഗ്രൂപ്പ് 15ൽ. അതുപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പ് 16ലേക്ക് പോകാം. ഈ ഗ്രൂപ്പ് 15ൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയണൈസേഷൻ എൻതാൽപ്പിയോടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ റെഗുലറായിട്ട് അയണൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞു വരുന്ന ഒരു ഗ്രൂപ്പാണ് ഗ്രൂപ്പ് 15. റെഗുലറായിട്ട് താഴേക്ക് വരുമ്പോൾ കുറഞ്ഞാണ് അയണൈസേഷൻ എൻതാൽപ്പി വരിക. അപ്പോൾ ആ ഒരു കാര്യം ഗ്രൂപ്പ് 15ൽ നമ്മൾ ഓർക്കുക. അയണൈസേഷൻ എൻതാൽപ്പി ഞാൻ ജസ്റ്റ് ഓർത്തപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഗ്രൂപ്പ് 16ലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റിൻ്റെ ഓർഡറിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലുള്ള ടെലൂറിയം, പിന്നെ പൊളോണിയം, പിന്നെ സെലീനിയം, പിന്നെ സൾഫർ, പിന്നെ ഓക്സിജൻ. ഇതാണ് മെൽറ്റിംഗ് പോയിന്റിൻ്റെ ഓർഡർ നമ്മൾ ഗ്രൂപ്പ് 16ലേക്ക് വരുമ്പോൾ. ടെലൂറിയം, പൊളോണിയം, സെലീനിയം, സൾഫർ, ഓക്സിജൻ. പലരും ചോദിക്കും എന്തോ ഒരു എക്സെപ്ഷൻ ആണ്, ഇതെല്ലാം ഞങ്ങൾ ഓർത്തിരിക്കണോ? നമ്മളെപ്പോഴും പറയാറുണ്ട് എക്സെപ്ഷൻസ് ആണ് കെമിസ്ട്രിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. എക്സെപ്ഷൻസ് ഇല്ലെങ്കിൽ കെമിസ്ട്രിക്ക് എന്താണ് ഒരു സൗന്ദര്യം? സോ എക്സെപ്ഷൻസ് ആർ ദി ബ്യൂട്ടി ഓഫ് കെമിസ്ട്രി. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും ഓരോ ഓർഡറാണ്. ഇപ്പോൾ മെൽറ്റിംഗ് പോയിന്റിൻ്റെ ഓർഡർ അല്ല പലയിടത്തും ബോയിലിംഗ് പോയിന്റിൻ്റെ ഓർഡർ. ഇനി അതൊക്കെ പോട്ടെ, ഇനിയുണ്ട് അയനൈസേഷൻ എൻതാൽപ്പി ഉണ്ട്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉണ്ട്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂസ് ഉണ്ട്. ഇതെല്ലാം ഓരോന്നാണല്ലോ എന്ന് പലപ്പോഴും ഇങ്ങനെ പരാതി പറയാറുണ്ടെങ്കിൽ ഓർക്കുക, അതൊക്കെയാണ് ആ ഒരു കെമിസ്ട്രിയുടെ ആ ഒരു ഗ്ലാമർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മെമ്മറൈസ് ചെയ്യുക. ഒരു 68ഓളം ഓർഡറുകൾ മാത്രമല്ലേ നമുക്കുള്ളൂ പഠിക്കാൻ. അപ്പോൾ അത് അത്രയും ഓർഡറുകളിൽ കുറേ ഡിസോർഡറുകളുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ഓർഡറുകളായിട്ടുള്ള ഓർഡറുകളും ഉണ്ടല്ലോ. ഇപ്പം ഞാനിവിടെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഗ്രൂപ്പ് 15ലേക്ക് വരുമ്പോൾ അയനൈസേഷൻ എൻതാൽപ്പി റെഗുലർലി ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ളത് ഓർഡറായിട്ടുള്ളൊരു ഓർഡറാണല്ലോ. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് ഓർക്കുക. എനിവേ നമ്മൾ ഗ്രൂപ്പ് 6ലേക്ക് വരുമ്പോൾ മെൽറ്റിംഗ് പോയിന്റിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഈ മെൽറ്റിംഗ് പോയിന്റിനെ കയറി പിടിക്കാനുള്ള കാരണം അതായത് അധികം അങ്ങനെ ഈ ഗ്രൂപ്പുകളുടെ പലപ്പോഴും നമ്മൾ ഈ അയനൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെയൊക്കെ പലപ്പോഴും ചോദ്യം കണ്ടിട്ടുണ്ട്. ഇനി മാത്രമല്ല ഈ ക്ലാസിഫിക്കേഷനൊക്കെ പഠിക്കുമ്പോൾ ഇതിൽ പല ഗ്രൂപ്പുകളുടെയും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നതുമാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാത്ത ഒരു കാര്യം ഈ മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് ഇങ്ങനെ വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റിൻ്റെ ഓർഡറിലേക്ക് വരുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് 16ലേക്ക് വരുമ്പോൾ ഇതാണ്. ബോയിലിംഗ് പോയിന്റിൻ്റെ ഓർഡറിലേക്കും കൂടെ ജസ്റ്റ് ഒന്ന് പോയേക്കാം. ടെലൂറിയത്തിന് തന്നെയാണ് ഒരു ആശ്വാസമുണ്ട്. 2ാം സ്ഥാനം പൊളോണിയത്തിനാണ്, ഓക്കെയാണ്. സെലീനിയം, സൾഫർ, ഓക്സിജനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രമത്തിൽ തന്നെ മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് തന്നെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അയനൈസേഷൻ എൻതാൽപ്പി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഓക്സിജനാണ് ഏറ്റവും കൂടുതൽ അയനൈസേഷൻ എൻതാൽപ്പി ഉള്ളത്. പിന്നെ സൾഫറിനാണ്, സെലീനിയത്തിനാണ്, ടെലൂറിയത്തിനാണ്, പൊളോണിയത്തിനാണ് അയനൈസേഷൻ എൻതാൽപ്പി. ഈ സൾഫറിൻ്റെ അയനൈസേഷൻ എൻതാൽപ്പി ഒരു റൗണ്ട് ഫിഗർ ആണ്. ഒരു 1000 ആണ്, ഓർക്കുക 1000 ആണ് സൾഫറിൻ്റെ അയനൈസേഷൻ എൻതാൽപ്പി. ഒരു റൗണ്ട് ഫിഗർ ആണ്. ജസ്റ്റ് ഒരു 1000 വാല്യൂ കണ്ടപ്പോൾ ഒരു സന്തോഷമുള്ളത് കൊണ്ട് നമ്മളത് ഓർത്തെന്ന് മാത്രമേ ഉള്ളൂ. അയനൈസേഷൻ എൻതാൽപ്പി എന്ന് വേണം. അപ്പോൾ ഇവിടെ നമ്മൾ അയനൈസേഷൻ എൻതാൽപ്പി വാല്യൂസ് ഓർക്കുക.
ഈ റെഗുലറായിട്ടുള്ള ഓർഡറുകളുണ്ട്, അതിൽ റെഗുലറായിട്ടുള്ള ഓർഡറുകൾ ചോദിക്കാം, റെഗുലറായിട്ടുള്ള ഓർഡറുകളും ചോദിക്കാം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടും അയണൈസേഷൻ എൻതാൽപ്പിയായിട്ട് ബന്ധപ്പെട്ടും ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിയാം. ഗ്രൂപ്പ് 70യിലേക്കും കൂടെ പോകാം. ഗ്രൂപ്പ് 70യിലേക്ക് വരുമ്പോൾ അവരുടെ മെൽറ്റിംഗ് പോയിന്റിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് അയഡിനാണ് ഏറ്റവും കൂടുതലുള്ളത്, പിന്നെ ബ്രോമിനാണ്, പിന്നെ ക്ലോറിനാണ്, പിന്നെ ഫ്ലൂറിനാണ് മെൽറ്റിംഗ് പോയിന്റ് വരിക. ബോയിലിംഗ് പോയിന്റിൻ്റെ ഓർഡറിലേക്ക് വരുമ്പോൾ നമുക്കുള്ളത് അയഡിനാണ്, പിന്നെ നമുക്ക് ബ്രോമിനാണ്, പിന്നെ ക്ലോറിനാണ്, പിന്നെ ഫ്ലൂറിൻ അല്ലേ. അപ്പം ഈ ഒരു മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റിൻ്റെ ഓർഡറൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അയണൈസേഷൻ എൻതാൽപ്പി നമുക്ക് ചോദിക്കുവാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പിയിലേക്ക് വരുമ്പോൾ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ താഴേക്ക് വരുന്നതനുസരിച്ച് അയണൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞ് വരുന്നത് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നോക്കുക. അപ്പോൾ ഈ ഒരു കാര്യം അയണൈസേഷൻ എൻതാൽപ്പിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി നമ്മൾ ഗ്രൂപ്പ് 18ലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ പോസിറ്റീവ് വാല്യൂസ് ആണ് കൂടുതലും. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എടുത്താലും അയണൈസേഷൻ എൻതാൽപ്പി എടുത്താലും ഒക്കെ പോസിറ്റീവ് വാല്യൂസ് ആണ് ഇവർക്കുള്ളത്. ഈ ഗ്രൂപ്പ് 18ലെ ബോയിലിംഗ് പോയിന്റിലേക്ക് ജസ്റ്റ് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് 18ലേക്ക് വരുമ്പോൾ ഇവരുടെ ആ ഒരു ബോയിലിംഗ് പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ റെഡോണിനാണ് ഏറ്റവും കൂടുതലുള്ളത്, പിന്നെ സെനോണിനാണ്, പിന്നെ നമുക്ക് വരുന്നത് ക്രിപ്റ്റനാണ്, പിന്നെ ആർഗണുണ്ട്. ഹീലിയത്തിന് ഏറ്റവും കുറവാണ് കേട്ടോ, നിയോൺ, പിന്നെ ഹീലിയം. കാരണം ഹീലിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ ബോയിലിംഗ് പോയിന്റ് ഒക്കെ വളരെ കുറവാണ്. ഒരു 4.2 കെൽവിനാണ് 4.2 കെൽവിനാണ് ഹീലിയത്തിൻ്റെ ആ ഒരു ബോയിലിംഗ് പോയിന്റ് വരിക. അത്രമാത്രം ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ഒരാളാണ് ഹീലിയം. വളരെ ബോയിലിംഗ് പോയിന്റ് കുറവുള്ള ആളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഓർഡറുകളെല്ലാം ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള കുറേ ഓർഡറുകളിലുള്ള കുറച്ച് ഓർഡറുകളാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. അവിടെ ഹൈഡ്രേറ്റുകളുടെ ആണ് ഇവിടെ ചോദ്യം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഹൈഡ്രേറ്റുകളുടെയാണ്. അപ്പോൾ ബേസിക് ക്യാരക്ടർ PH3, SBH3, ASH3, PH3, NH3. നമുക്കറിയാം ഹൈഡ്രേറ്റുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് 15ൻ്റെ ഹൈഡ്രേറ്റ് ഉണ്ട്, ഗ്രൂപ്പ് 16ൻ്റെ ഹൈഡ്രേറ്റ് ഉണ്ട്, ഗ്രൂപ്പ് 17ൻ്റെ ഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് 50ലേക്ക് വരുമ്പോൾ നമുക്ക് ആരൊക്കെയാണ് ഉള്ളത്? നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, ആഴ്സനിക് ഉണ്ട്, ആൻറ്റിമണി ഉണ്ട്, ബിസ്മിത്ത് ഉണ്ട്. ഗ്രൂപ്പ് 16ലേക്ക് വരുമ്പോൾ നമുക്കറിയാം അവിടെ ഉള്ളത് ഓക്സിജൻ ഉണ്ട്, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം ഒക്കെയാണ് നമുക്കുള്ളത്. സെലീനിയം വരെയൊക്കെ നമുക്ക് തരുവുള്ളൂ. പൊളോണിയത്തിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു റേഡിയോ ആക്റ്റീവ് നേച്ചറൊക്കെ ഉള്ളത് കൊണ്ട് അവരുടെ ഹൈഡ്രേറ്റുകളുടെ സ്റ്റെബിലിറ്റി ഒക്കെ കുറവായതുകൊണ്ട് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് അടുത്തതുള്ളത് ഗ്രൂപ്പ് 17 ആണ്. ഗ്രൂപ്പ് 17ലേക്ക് വരുമ്പോൾ നമുക്ക് ഉള്ളത് ഫ്ലൂറിൻ ഉണ്ട്, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവരുടെ ഹൈഡ്രേറ്റുകൾ എടുത്താൽ NH3 ഉണ്ട്, PH3 ഉണ്ട്, ASH3 ഉണ്ട്, SBH3 ഉണ്ട്, BiH3 ഉണ്ട്, ഓക്സിജൻ H2O ഉണ്ട്, H2S ഉണ്ട്, H2SC ഉണ്ട്, H2TE ഉണ്ട്, HF ഉണ്ട്, HCl ഉണ്ട്, HBr ഉണ്ട്, HI ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഹൈഡ്രേറ്റുകളെ നമുക്ക് ഇങ്ങനെയുണ്ട് ഹൈഡ്രേറ്റുകൾ. അപ്പോൾ ഗ്രൂപ്പ് 15, 16, 17ലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഈ ഹൈഡ്രേറ്റുകളിലേക്ക് വരുമ്പോൾ അവരുടെ പ്രോപ്പർട്ടീസാണ് ബേസിക് ക്യാരക്ടർ, ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, വോളറ്റൈലിറ്റി, ഇതൊക്കെയാണ് ഓപ്ഷൻസിൽ തന്നേക്കുന്നത്. ഗ്രൂപ്പ് 15ലേക്ക് വരുമ്പോൾ താഴേക്ക് വരുന്നതനുസരിച്ച് അവരുടെ ഹൈഡ്രേറ്റുകളുടെ ബേസിക് ക്യാരക്ടർ എന്ന് പറയുന്നത് കുറഞ്ഞു വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അല്ലേ. താഴേക്ക് വരുമ്പോൾ കുറഞ്ഞു വരുന്നു എന്നുള്ള കറക്റ്റ് ആൻസർ തന്നെയാണ്. ബോയിലിംഗ് പോയിന്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ ബോണ്ടിന് വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ ബോയിലിംഗ് പോയിന്റ്, പ്രത്യേകിച്ച് ഹൈഡ്രേറ്റുകളുടെ കേസിൽ. ഗ്രൂപ്പ് 15, 16, 17ൻ്റെ ഹൈഡ്രേറ്റുകളുടെ കേസിൽ ഹൈഡ്രജൻ ബോണ്ടിന് വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം അമോണിയയിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ BiH3 തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് BiH3 തന്നെയാണ്. രണ്ടാം സ്ഥാനം SBH3 പക്ഷേ മൂന്നാം സ്ഥാനം അമോണിയയ്ക്ക് പോകും. 4th പൊസിഷൻ ASH3, പിന്നെ PH3 ആവും. ഇതാണ് ബോയിലിംഗ് പോയിന്റിൻ്റെ ഓർഡർ വരിക. അപ്പോൾ ഈ അമോണിയയ്ക്ക് എന്തുകൊണ്ടാണ് 3rd പൊസിഷൻ പോയതെന്ന് ചോദിച്ചാൽ അതിന് കാരണം അമോണിയയിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അമോണിയയിലെ ഹൈഡ്രജൻ ബോണ്ട് അത്ര സ്ട്രോങ്ങും അല്ല എന്ന് പറഞ്ഞാൽ വെൻ കമ്പയർഡ് ടു ഓക്സിജനുമായിട്ട് അല്ലെങ്കിൽ ഫ്ലൂറിനുമായിട്ട് ഉണ്ടാക്കുന്ന ഹൈഡ്രജൻ ബോണ്ടിൻ്റെ അത്രയും സ്ട്രെങ്ത് ഇല്ല അമോണിയയിൽ. അപ്പോൾ അതുകൊണ്ടാണ് അമോണിയയിലെ ആ ഒരു സ്ട്രെങ്ത് കുറവായതുകൊണ്ട് തന്നെയാണ് അമോണിയയുടെ കേസിൽ അത് 3rd പൊസിഷനിലേക്ക് തള്ളപ്പെട്ടത്. അപ്പോൾ നമുക്ക് 3rd പൊസിഷനിൽ തന്നെയാണ് ഇവിടെ അമോണിയ കൊടുത്തേക്കുന്നത്. അതും റൈറ്റ് ആൻസർ ആയിട്ടാണ് കൊടുത്തേക്കുക. മെൽറ്റിംഗ് പോയിന്റിലേക്ക് പോകാം. NH3, SBH3 അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. 2 NH3 അവിടെ കൊടുത്തിട്ടുണ്ട്, അതൊരു മിസ്റ്റേക്കാണ്. NH3, SBH3, SH3, PH3 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതും വലിയ തിരക്കേടില്ലാത്തൊരു ഓർഡർ തന്നെയാണ് ഈ ഒരു മെൽറ്റിംഗ് പോയിന്റിൻ്റെ ഓർഡർ എന്ന് പറയുന്നതും. നമുക്ക് BiH3 എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടില്ല അല്ലേ. അപ്പോൾ 2 NH3 ആണ് നമുക്ക് അവിടെ കൊടുത്തേക്കുന്നത്, ഒരു മിസ്റ്റേക്കാണ്.
എന്നാൽ ബാക്കി പുറകോട്ട് വരുമ്പോൾ ഒരു കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് നമുക്ക് വന്നേക്കുന്നത്, കറക്റ്റ് ഓർഡറാണ്. വോളറ്റൈലിറ്റിയിലേക്ക് വരുമ്പോൾ H2S, H2SE, H2T, H2O. വോളറ്റൈലിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കുറവുള്ളവർക്ക് വോളറ്റൈലിറ്റി കൂടുതലായിരിക്കും, ബോയിലിംഗ് പോയിന്റ് കൂടുതലുള്ളവർക്ക് വോളറ്റൈലിറ്റി കുറവായിരിക്കും. അപ്പോൾ ബോയിലിംഗ് പോയിന്റിൻ്റെ ഓർഡർ തന്നെ ഇവിടെ നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് H2Oയ്ക്കാണ്, കാരണം ഹൈഡ്രജൻ ബോണ്ടിൻ്റെ സ്ട്രെങ്ത് അവിടെ കൂടുതലാണ്. പിന്നെ സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ലാസ്റ്റ് പൊസിഷൻ. അപ്പോൾ H2 ആണ് ബോയിലിംഗ് പോയിന്റ് കൂടുതലുള്ളത്, അല്ലെങ്കിൽ H2Oയുടെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായതുകൊണ്ട് വോളറ്റൈൽ നേച്ചർ അതിന് കുറവുമായിരിക്കും. അപ്പോൾ ഈ ക്രമത്തിൽ വന്നു കഴിഞ്ഞാൽ H2Sന് ഏറ്റവും കൂടുതൽ വരണം. അങ്ങനെയാണോ കൊടുത്തേക്കുന്നത് നമുക്ക് നോക്കാം. വോളറ്റൈലിറ്റി H2S ഏറ്റവും കൂടുതൽ, പിന്നെ H2SE, പിന്നെ H2T, H2O കറക്റ്റാണ്. തെർമൽ സ്റ്റെബിലിറ്റിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇതൊന്നും ഒഴിവാക്കി അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് വരും, ഒരു ചെറിയ പ്രശ്നമല്ലേ ഉള്ളൂ. തെർമൽ സ്റ്റെബിലിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ H2O, H2S, H2SE, H2T ആണ് തെർമൽ സ്റ്റെബിലിറ്റി കൊടുത്തേക്കുന്നത്. തെർമൽ സ്റ്റെബിലിറ്റി കാരണം H2Oയ്ക്കാണ് കൂടുതൽ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ, പിന്നെ H2S വരും, പിന്നെ നമുക്ക് H2SE, H2T തെർമൽ സ്റ്റെബിലിറ്റി ഓക്കെയാണ്. ഓർഡർ ഓഫ് ബോണ്ട് ആംഗിൾ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. H2, H2S, H2SE, H2T. നമുക്കറിയാം H2യുടെ ബോണ്ട് ആംഗിൾ 104.5 ആണ്, ബാക്കിയുള്ളവരുടെ ബോണ്ട് ആംഗിൾ ഒരു 90ക്ക് അടുത്തൊക്കെയാണ് നിൽക്കുക, അപ്പോൾ അതും ഓക്കെയാണ്. ബോണ്ട് ലെങ്ത് HF, HCl, HBr, HI താഴേക്ക് വരുന്നതനുസരിച്ച് ബോണ്ട് ലെങ്ത് കൂടും, കറക്റ്റാണ്. റെഡ്യൂസിങ് പവർ ഓക്കെയാണ്. ബോയിലിംഗ് പോയിന്റ് ഇപ്പോൾ നമ്മളൊന്ന് ബോയിലിംഗ് പോയിന്റ് പറഞ്ഞില്ലായിരുന്നോ? ബോയിലിംഗ് പോയിന്റ് HCl, HBr, HI, HF എന്നാണ് കൊടുത്തേക്കുന്നത്. ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് HFനാണ്, തുടർന്ന് HI വരും, പിന്നെ HBr, പിന്നെ HCl വരും. അതായത് ഗ്രൂപ്പ് 16 പോലെ തന്നെയാണ് ഗ്രൂപ്പ് 17ൻ്റെയും ഹൈഡ്രൈഡുകളുടെ ബോയിലിംഗ് പോയിന്റ്. കാരണം ഗ്രൂപ്പ് 16ലും ഗ്രൂപ്പ് 17ലും ആ മേളിൽ കിടക്കുന്ന ഓക്സിജൻ ഫ്ലൂറിനുമായിട്ടുണ്ടാക്കുന്ന ഹൈഡ്രജന് അവിടെ ഹൈഡ്രജൻ ബോണ്ടിന് നല്ല സ്ട്രോങ് ആണ്, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ വന്നത്. പക്ഷേ അമോണിയയുടെ കേസിൽ അത് അത്ര സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് അമോണിയയ്ക്ക് തേർഡ് പൊസിഷനിലേക്ക് വന്നത്. കറക്റ്റാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഫ്ലൂറിൻ, ബ്രോമിൻ, ക്ലോറിൻ, അയഡിൻ കൊടുത്തേക്കുന്നു. ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത് ഫ്ലൂറിനാണ്, 4 ആണ്, പിന്നെ ക്ലോറിനാണ് വരിക 3. അപ്പോൾ അത് തെറ്റിപ്പോയി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന 9 ഓപ്ഷൻസ് ഇവിടെ കറക്റ്റ് തന്നെയാണ്. ഒരെണ്ണമാണ് അതിൻ്റെ അത് ചെറിയ മിസ്റ്റേക്ക് ചിലയിടത്ത് വന്നിട്ടുണ്ട്, അത് മാറ്റി നിർത്തിയാൽ 9 ഓപ്ഷൻസ് കറക്റ്റാണ്. ബാക്കി നമുക്ക് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ് അവിടെ തെറ്റിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്തപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ മെൽറ്റിംഗ് പോയിൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഓർക്കുക. അപ്പോൾ ഈ ഒരു ഈ ഒരു പീരിയോഡിക് ടേബിളിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു പി ബ്ലോക്കിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ പക്കയായിട്ട് പി ബ്ലോക്ക് പഠിക്കുക, അല്ലെങ്കിൽ ടേബിളുകളെ പറ്റി പഠിക്കുക. ആ ടേബിളുകളിലെ വാല്യൂ ഒന്നും കാണാതെ പഠിക്കണമെന്നില്ല, മറിച്ച് ഓർഡറുകൾ എങ്ങനെയാണ് ഇതൊക്കെ നമ്മളൊന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എമംഗ് ദി ഫോളോയിങ് ഹൗ മെനി എലമെന്റ്സ് ഷോസ് ഓൺലി 1 നോൺ സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഒരു നോൺ സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രം കാണിക്കാം. അപ്പോൾ 0 ഉണ്ട്, നോൺ സീറോ ആയിട്ടുള്ള ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ മാത്രം കാണിക്കുന്ന ആരെന്നാണ് ചോദ്യം. ഇപ്പോൾ ഓക്സിജൻ ഏതൊക്കെ പോസിബിൾ ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഓക്സിജൻ എന്തൊക്കെ തോരം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. 0 ഉണ്ട്, -2 ഉണ്ട്, -1 ഉണ്ട്, +1 ഉണ്ട്, +2 ഉണ്ട്, അങ്ങനെ പല ഫ്രാക്ഷൻ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓക്സിജനെ സംബന്ധിച്ച് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ നിരവധിയാണ്, അല്ലാതെ ഒരെണ്ണം മാത്രം 0 അല്ലാതെ ഒരെണ്ണം കൂടെ മാത്രം കാണിക്കുന്ന ആളല്ല ഓക്സിജൻ. ക്ലോറിനെ സംബന്ധിച്ച് ഇതുപോലെ തന്നെയാണ്. ക്ലോറിനെ സംബന്ധിച്ച് 0 ഉണ്ട്, +1 കാണിക്കാം, +3 കാണിക്കാം, +3 കാണിക്കാം, +5 കാണിക്കാം, +7 കാണിക്കാം, -1 കാണിക്കാം. അപ്പോൾ 0 അല്ലാത്ത മറ്റ് പല ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ആരും കാണിക്കും? ക്ലോറിനും കാണിക്കും. ഫ്ലൂറിനെ സംബന്ധിച്ച് 0യും -1ഉം ആണ് കാണിക്കുക. അപ്പം എസ്പെഷ്യലി 0യും -1ഉം ആണ് ഫ്ലൂറിൻ കാണിക്കുക ഫ്ലൂറിനെ സംബന്ധിച്ച്. അപ്പോൾ ഫ്ലൂറിന് ഒരു ആൻസർ ആയിട്ട് വരും. നൈട്രജനെ സംബന്ധിച്ച് ഇതുപോലെ തന്നെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റുന്ന ആളാണ്. നൈട്രജൻ ഫാമിലിയൊക്കെ അങ്ങനെ തന്നെയാണ്. കാർബൺ, സിലിക്കൺ, ജെർമനിയം, ടിന്ന്, ലെഡിലേക്കൊക്കെ വരുമ്പോൾ +2, +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാമെന്ന് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. താലിയത്തെ സംബന്ധിച്ച് +1, +3 ഓക്സിഡേഷൻ സ്റ്റേറ്റുകളാണ് ഗ്രൂപ്പ് 13 ഉള്ളത്. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം +1, +3 ഓക്സിഡേഷൻ സ്റ്റേറ്റുകളാണുള്ളത്. സോഡിയത്തെ സംബന്ധിച്ച് ആൽക്കലി മെറ്റലാണ്, അപ്പോൾ അവന് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ടൈറ്റാനിയം ഒരു ഡി ബ്ലോക്കാണ്, അപ്പോൾ അതുകൊണ്ട് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പി ബ്ലോക്കിലെ മാത്രമായിട്ടല്ല, എസ് ബ്ലോക്കും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ചോദിച്ചേക്കുന്നത്. പക്ഷേ മെജോറിറ്റി ഓപ്ഷൻസ് പി ബ്ലോക്ക് തന്നെ. ഇപ്പോൾ സോഡിയം മാത്രമാണ് അതിൻ്റെ അത് വേറൊരാളുള്ളത്. അപ്പോൾ 2 എണ്ണമാണ് ഓൺലി 1 നോൺ സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റുന്നവരുള്ളത്. 2 എണ്ണേ ഉള്ളൂ. ഫ്ലൂറിനും സോഡിയവും മാത്രമേ ഉള്ളൂ. ഫ്ലൂറിനും സോഡിയവും മാത്രം. ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് പോകാം. ഹൗ മെനി ഡി-പൈ പി-പൈ ബോണ്ട്സ് ആർ ദെയർ ഇൻ XeO4? XeO4ൽ എത്ര ഡി-പൈ പി-പൈ ബോണ്ട് ഉണ്ടെന്നാണ് ചോദ്യം. XeO4ൻ്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുള്ളതാണ്. അതിനകത്ത് എത്ര ഡി-പൈ പി-പൈ ബോണ്ട് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ XeO4ൻ്റെ ഷേപ്പിലേക്ക് തന്നെ പോവാം.
നമുക്കറിയാം ഒരു ടെട്രാഹൈഡൽ അറേഞ്ച്മെൻ്റ് ആണ്. ഓക്സിജൻ 4 എണ്ണം ഉണ്ട്. ടെട്രാഹൈഡലി സറൗണ്ടഡ് ആണ്. അപ്പോൾ ഡി പൈ പി പൈ ബോണ്ട് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദ്യം. നമുക്ക് ഇതെല്ലാം പൈ ബോണ്ടുകളാണ്. 4 ഡി പൈ പി പൈ ബോണ്ടാണുള്ളത്. കാരണം സെനോണിനെ സംബന്ധിച്ച് ഡി ഓർബിറ്റൽ അവൈലബിൾ ആണ് എന്ന് നമുക്കറിയാം. ഓക്സിജനെ സംബന്ധിച്ച് അങ്ങനെയല്ല, പി എ ഉള്ളൂ. അപ്പോൾ ഡി പൈ പി പൈ ബോണ്ടുകൾ 4 എണ്ണം ഉണ്ട്. 4 ഡി പൈ പി പൈ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. സിമ്പിൾ ഈസി ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 20ലേക്ക് നമ്മൾ വരുന്നു. CH3MgBr ഈസ് ആൻ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ഡ്യൂ ടു CH3MgBr ആരാണെന്ന് നമുക്കറിയാം. അത് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ്. ഗ്രിഗ്നാർഡ്, വിക്ടർ ഗ്രിഗ്നാർഡ് ആരാണ്? മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. മാത്സ് പഠിച്ച ആളാണ് ഈ ഗ്രിഗ്നാർഡ്. അദ്ദേഹം കെമിസ്ട്രിയിലേക്ക് വന്നിട്ട് നോബൽ പ്രൈസ് മേടിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ മാത്സ് പഠിച്ചവരെയും കെമിസ്ട്രി സ്വീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാത്സ് പഠിച്ചവർക്കും കെമിസ്ട്രിയോട് ഇഷ്ടം തോന്നുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിലേക്ക് വരുമ്പോൾ ഈ ഗ്രിഗ്നാർഡ് വളരെ ഫേമസ് ആയിട്ടുള്ള റിയേജൻ്റ് ആണ്. +1 +2 ഒക്കെ പഠിച്ച് ചാപ്റ്ററുകളൊക്കെ പഠിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ ഗ്രിഗ്നാർഡ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയേജൻ്റ് ആണ്. അതായത് ഇഷ്ടംപോലെ കോമ്പൗണ്ടുകൾ നമ്മളിപ്പം ഹൈഡ്രോ കാർബൺ മുതൽ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്ററിലും എവിടെയെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻ ഫ്രം ഗ്രിഗ്നാർഡ് റിയേജൻ്റ് അല്ലെങ്കിൽ റിയാക്ഷൻ വിത്ത് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഹെഡിങ് എല്ലാ ചാപ്റ്ററിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. എല്ലാ ഭാഗത്തും ഇപ്പോൾ ഫീനോളും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആൽക്കോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആൽഡിഹൈഡ് ആയിക്കോട്ടെ, കീറ്റോൺ ആയിക്കോട്ടെ, ഈവൻ അമീൻസിൻ്റെ കേസിലായിക്കോട്ടെ, ഈ ഒരു ഗ്രിഗ്നാർഡ് റിയേജൻറ്റുമായിട്ടുള്ള ഒരു റിയാക്ഷൻസ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഒരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആണ്. അതിന് കാരണം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ ഇതുപോലൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ പറഞ്ഞതാണ്. നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് എന്താണ്? ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിൻ്റെ പ്രത്യേകത എന്താണ്? ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെറ്റൽ കാർബൺ ബോണ്ടുകൾ കാണുന്നവരാണ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് നമ്മൾ വിളിക്കുക. മെറ്റൽ കാർബൺ ബോണ്ടിൻ്റെ പ്രസൻസ് ഉണ്ട്. ഇപ്പോൾ മെറ്റൽ കാർബൺ ബോണ്ട് എന്ന് പറയുമ്പോൾ മെറ്റൽ കാർബൺ സിഗ്മ ബോണ്ട് ആവാം, മെറ്റൽ കാർബൺ പൈ ബോണ്ട് ആവാം, ബോത്ത് കാർബൺ സിഗ്മ ആൻഡ് പൈ ബോണ്ട് ഉള്ളവരും ആവാം. ഇപ്പോൾ നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ RMgX എന്നാണല്ലോ ജനറലി പറയുക. ഇപ്പോൾ RMgXലേക്ക് വരുമ്പോൾ അവിടെ മെറ്റൽ കാർബൺ ബോണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ഓർഗാനോ മെറ്റാലിക് ബോണ്ട് ആയത്. ഇപ്പോൾ ഇവിടെ കാർബൺ ആണ്, കാർബൺ മെഗ്നീഷ്യം ബോണ്ട് ഉള്ളത് കൊണ്ടാണ് അത് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആയത്. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ മെറ്റൽ കാർബൺ ബോണ്ട് എന്ന് പറയുമ്പോൾ അത് സിഗ്മ ആവാം അല്ലെങ്കിൽ പൈ ആവാം, ബോത്ത് സിഗ്മ ആൻഡ് പൈ ഉള്ളവരും ആവാം, ബോത്ത് സിഗ്മ ആൻഡ് പൈ ഉള്ളവരും ആവാം. സോ ഇറ്റ് കൺസിസ്റ്റ് സിഗ്മ ബോണ്ട്, പൈ ബോണ്ട് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ബോത്ത് സിഗ്മ ആൻഡ് പൈ ബോണ്ട്. അപ്പോൾ RMgXലേക്ക് വരുമ്പോൾ സിഗ്മ ഉള്ളവരുണ്ട്, പൈ ഉള്ളവരുണ്ട്, ബോത്ത് സിഗ്മ ആൻഡ് പൈ ബോണ്ട് ഉള്ളവരുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് പോലുള്ളവർ, ഗിൽമാൻ റിയേജൻറ്റ് പോലുള്ളവർ ഒക്കെ നമുക്ക് ഈ ഒരു സിഗ്മ ബോണ്ടഡ് ആയിട്ടുള്ള ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് ആണ്. എന്നാൽ സിഗ്മ ആൻഡ് പൈ ബോണ്ടഡ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് ആണ് നമ്മൾ കാണുന്ന മെറ്റൽ കാർബണൈൽസ് ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. മെറ്റൽ കാർബണൈൽസ് ഒക്കെ. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കുക. മെറ്റൽ കാർബണൈൽസ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 21ലേക്ക് നമ്മൾ പോകുന്നു. നമ്മൾ വീണ്ടും ഈ ഒരു കോർഡിനേഷനിലേക്ക് വന്നു. ദ ടൈപ്പ് ഓഫ് ഐസോമറിസം പ്രസന്റ് ഇൻ നൈട്രോ പെൻറ്റാ അമീൻ ക്രോമിയം 3 ക്ലോറൈഡ് ഈസ് ഡാഷ് എന്നാണ് ചോദ്യം. നൈട്രോ പെൻറ്റാ അമീൻ ക്രോമിയം 3 ക്ലോറൈഡ് ഏത് ടൈപ്പ് ഐസോമറിസം ആണ് ഉള്ളത്? നമ്മൾ ഓൾറെഡി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസോമറിസം പഠിച്ചതാണ്. ലിങ്കേജ് ഐസോമറിസം ഉണ്ട്, അയണൈസേഷൻ ഐസോമറിസം ഉണ്ട്, അതുപോലെ തന്നെ കോർഡിനേഷൻ ഐസോമറിസം ഉണ്ട്. നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഐസോമറിസത്തിൽ ഏത് ടൈപ്പ് ഐസോമറിസമാണ് ഇവിടെ വരിക? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ കോംപ്ലക്സ് 3 എഴുതണം. നൈട്രോ പെൻറ്റാ അമീൻ ക്രോമിയം 3 ആണ്. അപ്പോൾ ക്രോമിയം ഉണ്ട്, പെൻറ്റാ അമീൻ ഉണ്ട്, നൈട്രോ ഉണ്ട്, ക്ലോറൈഡ് ആണ്. ക്രോമിയം 3 ക്ലോറൈഡ് ആണ്. അപ്പോൾ നൈട്രോ എന്ന് പറയുമ്പോൾ NO2 മൈനസ് ആണ്, -1 ആണ്. ഇത് 0 ചാർജ് ആണ്. അപ്പോൾ ഇത് +3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എത്ര ചാർജ് വരും? +2 വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ Cl 2 എണ്ണം വെളിയിൽ വരണം, നല്ല ന്യൂട്രൽ ആവുള്ളൂ. അപ്പോൾ ഇതേത് ഐസോമറിസമാണ് കാണിക്കുക? NO2 ഗ്രൂപ്പ് കാണുമ്പോഴേ നമുക്കറിയാം NO2 എന്ന് പറയുന്നത് നൈട്രിറ്റോ N അല്ലേ? NO2 ആവാം, ONO ആവാം. ആംബിഡൻ്റെ ലിഗാൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്നവർ വരുമ്പോൾ ആംബിഡൻ്റെ ലിഗാൻസ് ആരൊക്കെയാണ് ആംബിഡൻ്റെ ലിഗാൻഡായിട്ട് വരിക? നമുക്ക് CN- ഉണ്ട്. ഈ CN- പ്രത്യേകത എന്താ? മെറ്റലിലേക്ക് വേണമെങ്കിൽ കാർബണിലൂടെ കോർഡിനേറ്റ് ബോണ്ട് ചെയ്യാം, അല്ലെങ്കിൽ മെറ്റലിലേക്ക് നൈട്രജനിലൂടെ കോർഡിനേറ്റ് ബോണ്ട് ചെയ്യാം. കാർബണിലൂടെയാണ് കോർഡിനേറ്റ് ബോണ്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? സൈനിഡോ. നൈട്രജനിലൂടെയാണെങ്കിൽ നമ്മൾ ഐസോസൈനിഡോ. അപ്പോൾ സൈനിഡോ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഐസോസൈനിഡോ ഉണ്ട്. സോ വി ഹാവ് സൈനിഡോ ആൻഡ് ഐസോസൈനിഡോ. അപ്പം കാർബണിലൂടെ ആവാം, അല്ലെങ്കിൽ നൈട്രജനിലൂടെ കോർഡിനേറ്റ് ബോണ്ട് ചെയ്യാം CN-ന്. അതുപോലെ തന്നെ നമുക്ക് NO2- ഉണ്ട്. NO2- വരുമ്പോൾ മെറ്റലിലേക്ക് വേണമെങ്കിൽ നൈട്രജനിലൂടെ കോർഡിനേറ്റ് ബോണ്ട് ചെയ്യാം, അല്ലെങ്കിൽ മെറ്റലിലേക്ക് നമുക്ക് ഓക്സിജനിലൂടെ കോർഡിനേറ്റ് ബോണ്ട് ചെയ്യാം.
നൈട്രജനിലൂടെയാണ് കോർഡിനേറ്റ് ബോണ്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ എന്തെന്ന് വിളിക്കും? നൈട്രിറ്റോ N എന്ന് വിളിക്കും. ഓക്സിജനിലൂടെയാണ് കോർഡിനേറ്റ് ബോണ്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ നൈട്രിറ്റോ O എന്ന് വിളിക്കും. അപ്പോൾ നൈട്രിറ്റോ N ഉണ്ട്, നൈട്രിറ്റോ O ഉണ്ട്. അപ്പോൾ നമ്മൾ CN മൈനസ് അതുപോലെ തന്നെ NO2 മൈനസ്, CN മൈനസും ഉണ്ട്, NO2 മൈനസ് ഉണ്ട്. CN മൈനസ് സൈനിഡോ ഐസോസൈനിഡോ എന്ന് പറയും. NO2 മൈനസ് നൈട്രിറ്റോ N ഉണ്ട്, നൈട്രിറ്റോ O ഉണ്ട്. ഇവിടെ നമുക്ക് ഇത് ആംബിഡൻ്റ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് SCN ഉണ്ട് കേട്ടോ, SCN മൈനസും ഉണ്ട്. സൾഫറിലൂടെ ആവാം കോർഡിനേറ്റ് ബോണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നൈട്രജനിലൂടെ കോർഡിനേറ്റ് ബോണ്ട് ചെയ്യാം. തയോസൈനേറ്റോ ഉണ്ട്, നമുക്ക് ഐസോ തയോസൈനേറ്റോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മെറ്റൽ ആറ്റത്തിലേക്ക് കോർഡിനേറ്റ് ബോണ്ട് ചെയ്യാനായിട്ട് ഒന്നിലധികം അറ്റാക്കിംഗ് സൈറ്റ് ഉണ്ട്. പക്ഷേ ഏതെങ്കിലും ഒന്നേ അറ്റ് എ ടൈം ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ എങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുക? ആംബിഡൻ്റ് ലിഗാൻഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ആംബിഡൻ്റ് ലിഗാൻഡിൻ്റെ പ്രസൻസ് വരുമ്പോഴാണ് നമ്മൾ ഏത് ഐസോമറിസം പറയുക? ലിങ്കേജ് ഐസോമറിസം പറയുക. സോ ലിങ്കേജ് ഐസോമറിസം എന്ന് പറയുമ്പോഴേ മനസ്സിൽ ഓർക്കുക, ദ പ്രസൻസ് ഓഫ് ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡാണ്. ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡിൻ്റെ പ്രസൻസ് ആണ് ലിങ്കേജ് ഐസോമറിസത്തിൽ നമുക്ക് കാണുക. അപ്പോൾ ലിങ്കേജ് ഐസോമറിസമാണ് ഇത് കാണിക്കുന്നത് മനസ്സിലായി. NO2 ഉണ്ടെങ്കിൽ ONOയും വെച്ചിട്ട് കാണിക്കാനായിട്ട് പറ്റും. അപ്പം ഐസോമറിസത്തിൻ്റെ എണ്ണമൊക്കെ നമ്മളോട് ചോദിക്കാം കേട്ടോ. ഐസോമറിസത്തിൻ്റെ എണ്ണമൊക്കെ നമ്മളോട് ചോദിക്കാം. അപ്പോൾ ഐസോമറിസം എത്ര എണ്ണം കാണിക്കുമെന്ന് ചോദിക്കാം. ഇപ്പോൾ ഒരു പക്ഷേ നമ്മളോട് ടോട്ടൽ നമ്പർ ഓഫ് ഐസോമറിസം എത്രയാണെന്ന് ചോദിക്കുക. ഇപ്പം നമ്മൾ എക്സാമിന് ചോദിക്കുവാണ്. ഇപ്പോൾ നമുക്ക് പ്ലാറ്റിനം PT ഒരു സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് വരുവാണ്. PT NH3 2 times, CN 2 times. ഇവിടെ ഈ ഒരു കോംപ്ലക്സിലേക്ക് വരുമ്പോൾ നമ്മളോട് ചോദിക്കുന്നതിൽ എത്ര ഐസോമറിസം കാണിക്കാമെന്ന് ചോദിക്കുകയാണ്. നമുക്കറിയാം ഇതൊരു സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ആണ് എങ്കിൽ, സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കരുതുക. അപ്പോൾ കൺസിഡർ സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ്. ഇപ്പോൾ ഞാൻ റഫായിട്ടൊരു ക്വസ്റ്റ്യൻ തന്നതാണ്. അപ്പോൾ ഒരു സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ആണ്. സ്ക്വയർ പ്ലാനർ കോംപ്ലക്സിന് എത്ര ഐസോമറിസം കാണിക്കാം? അപ്പോൾ നമ്മൾ ഉടനെ തന്നെ നോക്കും ഇത് ഏത് ടൈപ്പ് ആണെന്ന് നോക്കും അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഏത് ടൈപ്പാണ്? MA2B2 ടൈപ്പാണ്. MA2B2 എന്ന് പറയുമ്പോൾ A എന്ന് പറഞ്ഞാൽ ഒരു മോണോഡെൻറ്റേ ലിഗാൻഡ് ആണ്, B എന്ന് പറയുന്നത് മറ്റൊരു മോണോഡെൻറ്റേ ലിഗാൻഡ് ആണ്. രണ്ട് വ്യത്യസ്ത മോണോഡെൻറ്റേ കൂടിച്ചേർന്ന MA2B2 ടൈപ്പാണ് ഏത്? ഈ ഒരു കോംപ്ലക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് MA2B2 ടൈപ്പിലേക്ക് വരുമ്പോൾ ജിയോമെട്രിക്കൽ ഐസോമറിസം രണ്ടെണ്ണമാണ് കാണിക്കുക. ഒരെണ്ണം സിസ് ആണെങ്കിൽ മറ്റതെന്താണ്? ട്രാൻസ് ആണ് കാണിക്കുക. അപ്പോൾ സിസ് ട്രാൻസ് ഐസോമറിസം ആണ് വരിക. സിസ് ട്രാൻസ് എളുപ്പത്തിൽ കാണിക്കാനായിട്ട് നമുക്ക് ഇന്നിങ്ങനെ നോക്കാം. MA2B2ലേക്ക് വരുമ്പോൾ MAABB ഇതാണ് നമ്മുടെ സിസ്. അതുപോലെ എകൾ ഓപ്പോസിറ്റ് ആയിട്ട് ഇട്ടാൽ AABB ഇട്ടാൽ നമുക്ക് അവിടെ എന്തെന്ന് വിളിക്കാം? ട്രാൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ സിസ് ട്രാൻസ് ഐസോമറിസം ആണ് മെയിൻലി അവിടെ കാണിക്കുക. അപ്പോൾ രണ്ടെണ്ണമാണ് കാണിക്കുക. അപ്പോൾ പെട്ടെന്ന് നമ്മൾ രണ്ടെണ്ണമാണെന്ന് വിചാരിക്കും. പക്ഷേ ടോട്ടൽ പോസിബിലിറ്റി എന്ന് പറയുന്നത് രണ്ടല്ല. ഇനി കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊരു പോസിബിലിറ്റി ഇവിടെയുണ്ട്. NH3 twice NC twice എന്നും കാണിക്കാം. കാരണം ഇതൊരു ആംബിഡൻ്റ് ലിഗാൻഡാണ്. കാർബണിൻ്റെ കൂടെ തന്നെ കോർഡിനേറ്റ് ബോണ്ട് ചെയ്യണമെന്നില്ല, നൈട്രജനിലൂടെ ആവാം. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പോസിബിലിറ്റിക്കും എത്ര എണ്ണം വരും? രണ്ടെണ്ണം വരും. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം കാണിക്കുമെന്ന് ചോദിച്ചാൽ 4 അല്ല. വീണ്ടും മറ്റൊരു പ്രശ്നം കൂടെയുണ്ട്. അതായത് ഇവിടെ മറ്റൊരു പോസിബിലിറ്റി ഉള്ളത് PT NH3 രണ്ടെണ്ണം തന്നെ, അത് ആംബിഡൻ്റ് ഒന്നുമല്ല. പക്ഷേ CN NC എന്ന് എഴുതുവാണ്. CN NC കണ്ടോ? അപ്പോൾ ഇവിടെ എത്ര എണ്ണം കാണിക്കും? MAB ടൈപ്പ്, MA2BC ടൈപ്പാണ്. ഇവിടെയും രണ്ടെണ്ണം കാണിക്കും. അപ്പം അങ്ങനെ ടോട്ടൽ നമുക്ക് 6 പോസിബിലിറ്റീസ് ആണ് വരിക. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. അതായത് ആംബിഡൻ്റ് ലിഗാൻഡ് വന്നു, ലിങ്കേജ് ഐസോമറിസം ആണ്. ഈ ലിങ്കേജ് ഐസോമറിസം നിമിത്തം ഈ ടോട്ടൽ ഐസോമറിസത്തിൻ്റെ എണ്ണം നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ കൗണ്ട് ചെയ്യണം. അപ്പോൾ അവിടെ നമുക്ക് എല്ലാ പോസിബിലിറ്റിയും നോക്കുകയും വേണം. MA2B2 ടൈപ്പാണ്. ഇപ്പോൾ രണ്ടും ആംബിഡൻ്റായിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ 19 പോസിബിലിറ്റീസ് എഴുതാം. നമ്മൾ അതിൻ്റെ അകത്ത് രണ്ടും ആംബിഡൻ്റ് ലിഗാൻഡ് വരുമ്പോൾ MABCD ടൈപ്പ് വരെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ എനിവേ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. കാരണം ഈ ലിങ്കേജ് ഐസോമറിസം ആണെന്നൊന്നും അവർ പറയത്തില്ല. അവർ ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് ടോട്ടൽ എത്ര ഐസോമറിസം കാണിക്കാൻ പറ്റുമെന്നുള്ളത് മാത്രമായിരിക്കും. അപ്പോൾ അതിലേക്ക് പോരുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് മാത്രം ഓർക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 22ലേക്ക് നമ്മൾ വരികയാണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കോംപ്ലക്സ് ഈസ് ആൻ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്? ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഈ ഔട്ടർ ഓർബിറ്റൽ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സുകളെ പറ്റി ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അതായത് ഹൈബ്രിഡൈസേഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുക. നമ്മുടെ വാലൻസ് ബോണ്ട് ചോദ്യം. വാലൻസ് ബോണ്ട് തിയറിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം വാലൻസ് ബോണ്ട് തിയറി അനുസരിച്ച് കോർഡിനേഷൻ നമ്പർ 4 ഉള്ള സ്പീഷീസിന് 2 പോസിബിൾ ഹൈബ്രിഡൈസേഷൻ ആണ് ഉള്ളത്. ഒന്നാമത്തത് sp3 ആണ്. രണ്ടാമത്തത് നമുക്കുള്ളത് dsp2 ഹൈബ്രിഡൈസേഷൻ ആണ്.
sp3 ആണ് ഹൈബ്രിഡൈസേഷൻ എങ്കിൽ അതിൻ്റെ ജിയോമെട്രി ടെട്രാഹീഡ്രൽ ആയിരിക്കും. dsp2 ആണെങ്കിൽ നമുക്ക് സ്ക്വയർ പ്ലാനാർ ജിയോമെട്രിയിലായിരിക്കും അത് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ഈ വാലൻസ് ബോണ്ട് തിയറിയായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. കോർഡിനേഷൻ നമ്പർ 5ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കുള്ളത് ഹൈബ്രിഡൈസേഷൻ sp3d ഹൈബ്രിഡൈസേഷൻ ആണ്. ട്രയഗണൽ ബൈ പിരമിഡൽ ആണ് അറേഞ്ച്മെൻറ്റ്. ട്രയഗണൽ ബൈ പിരമിഡൽ അറേഞ്ച്മെൻ്റ് ആണെന്ന്. കോർഡിനേഷൻ നമ്പർ 6ലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്നാമത്തെ നമ്മൾ sp3d2 ഹൈബ്രിഡൈസേഷൻ ഉണ്ട്. രണ്ടാമത്തെ നമുക്ക് d2 sp3 ഹൈബ്രിഡൈസേഷൻ ഉണ്ട്. sp3d2 വന്നാലും d2 sp3 വന്നാലും രണ്ടും വന്നാലും ഒക്ടാഹീഡലാണ് നമ്മുടെ ആ ഒരു ജിയോമെട്രി. sp3d2 വന്നാൽ നമ്മളതിനെ വിളിക്കുന്നത് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്നാണ്. d2 sp3 വന്നാൽ നമ്മളതിനെ വിളിക്കുന്നത് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്നാണ്. അപ്പോൾ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ഉണ്ട്, ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ഉണ്ട്. ഏത് ഡി ഓർബിറ്റൽ ഉപയോഗിച്ചു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് വരിക. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അതായത് കോർഡിനേഷൻ സ്പീഷീസിൽ കോർഡിനേഷൻ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസിബിൾ ഹൈബ്രിഡൈസേഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ജിയോമെട്രീസുമാണ് നമ്മൾ എഴുതിയത്. ഇവിടെ ഇപ്പോൾ നമുക്ക് എല്ലാം ഒക്ടാഹീഡൽ കോംപ്ലക്സ് ആണ് എല്ലാം തന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒക്ടാഹീഡൽ കോംപ്ലക്സിലേക്ക് വന്നു. ഇപ്പോൾ FeCN6 4- നമുക്ക് ആദ്യമേ പോകേണ്ടത്. അപ്പോൾ FeCN6 4- വന്നാൽ FeCN6 4- വന്നാൽ അയണിൻ്റെ കോൺഫിഗറേഷൻ നമുക്കറിയാം 3d6 ആണ്. അയൺ ഇവിടെ വന്നേക്കുന്നത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. കാരണം സയനൈഡ് -1 ചാർജ് ആണ്, അയൺ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് വരുമ്പോൾ 3d6 ആണ് കോൺഫിഗറേഷൻ. അപ്പോൾ 1 2 3 4 5 and 6 3d6 ആണ് കോൺഫിഗറേഷൻ വരിക. CN എന്ന് പറയുന്നത് സ്ട്രോങ് ലിഗാൻഡ് ആണ്. CN- എന്ന് പറയുന്നത് സ്ട്രോങ് ലിഗാൻഡ് ആണ്. അപ്പോൾ 3d ഉണ്ട്, അയണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് മാത്രം നമ്മൾ എഴുതുന്നു. 3d ഉണ്ട്, 4s ഉണ്ട്, 4p ഉണ്ട്, അതുപോലെ തന്നെ 4d ഉണ്ട്. അപ്പോൾ 4s ഉണ്ട്, 4p ഉണ്ട്, അതുപോലെ നമുക്ക് ഇവിടെ 4d ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഈ ആദ്യമേ തന്നെ കോംപ്ലക്സ് ഏതാണെന്ന് നോക്കുക. ആ കോംപ്ലക്സിൽ നമ്മൾ ഫിക്സ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ ആണ്. ഒന്നില്ലെങ്കിൽ sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ് അവിടെ വരിക, അല്ലെങ്കിൽ d2 sp3 ഹൈബ്രിഡൈസേഷൻ ആണ് വരിക. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഒക്ടാഹീഡൽ കോംപ്ലക്സിൽ വരിക. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ sp3d2 ആണോ അതോ d2 sp3 ആണോ എന്ന് നമ്മളങ്ങ് ഫിക്സ് ചെയ്തുകൊണ്ടാൽ മതി. അപ്പോൾ ഇവിടെ CN ഒരു സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, ഇത് ഫോഴ്സ്ഡ് പെയറപ്പ് ചെയ്യും. അപ്പോൾ ഫോഴ്സ്ഡ് പെയറപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഫോഴ്സ്ഡ് പെയറപ്പ് ചെയ്യുമ്പോൾ ഈ കോംപ്ലക്സ് ഫോർമേഷൻ നടക്കുമ്പോൾ നമുക്ക് ഇവിടെ പെയർഡായിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഈ രണ്ട് വേക്കൻ്റ് ഓർബിറ്റലാണ്. 4sഉം 4pയും വേക്കൻ്റ് ആയിട്ട് വരും. അപ്പോൾ CN- ആണ് വരുന്നത്. CN- നമുക്കറിയാം ഇവിടെ ഒരു CN- വരും, ഇവിടെ ഒരു CN- വരും, ഇവിടെ ഒരു CN- വരും. CN- രണ്ട് ഇലക്ട്രോണുമായിട്ടാണ് വരിക. അവർ പെയർഡായിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇവിടെ ഹൈബ്രിഡൈസേഷൻ ഏതൊക്കെ ഓർബിറ്റലിലാണ് കയറിയെന്ന് വെച്ചാൽ d2 sp3 ആണ്. അപ്പോൾ d2 sp3 ഹൈബ്രിഡൈസേഷൻ ആണ് നമുക്ക് FeCN6 4- വരിക. ഇതാണ് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഈ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്യേണ്ടത്. അതായത് സ്ട്രോങ് ലിഗാൻഡ് ആണോ വീക്ക് ലിഗാൻഡ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് ഡി ഓർബിറ്റൽ. അപ്പോൾ ആദ്യമേ നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഫിക്സ് ചെയ്യേണ്ട ഒരു കാര്യം വാലൻസ് ബോണ്ട് തിയറി അടിസ്ഥാനപരമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഫിക്സ് ദ ഹൈബ്രിഡൈസേഷൻ. കോർഡിനേഷൻ നമ്പർ 4 എന്ന് വന്നാൽ നമുക്ക് രണ്ട് പോസിബിലിറ്റിയേ ഉള്ളൂ, ഒന്നില്ലെങ്കിൽ sp3 അല്ലെങ്കിൽ dsp2. അതൊന്ന് ഫിക്സ് ചെയ്തോളുക. കോർഡിനേഷൻ നമ്പർ 6 എന്ന് പറഞ്ഞാൽ രണ്ട് പോസിബിലിറ്റിയേ ഉള്ളൂ, ഒന്നില്ലെങ്കിൽ d2 sp3 അല്ലെങ്കിൽ sp3d2. ഫിക്സ് ചെയ്തോളുക. എന്നിട്ട് അത് വെച്ച് വേണം ചിന്തിക്കാനായിട്ട്, ഇതിൽ ഏതത് ഫോളോ ചെയ്യുന്നു എന്നറിയാനായിട്ട്. ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ചെയ്താൽ അത് ആൻസർ അല്ല. രണ്ടാമത്തെ ഓപ്ഷൻ MnCN6 4- ആണ്. അതും സ്ട്രോങ് ലിഗാൻഡ് തന്നെയാണ്. MnCN6 4- ആണ്. മാംഗനീസിലേക്ക് വരുമ്പോൾ MnCN6 4- ആണ്. മാംഗനീസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 3d5 ആണ്. അപ്പോൾ ഇവിടെ മാംഗനീസ് +2 ആണ് വന്നിരിക്കുന്നത്. മാംഗനീസ് +2 എന്ന് പറയുമ്പോൾ 3d5 ആണ്. ആ 3d5ലേക്ക് വരുമ്പോൾ CN ഒരു സ്ട്രോങ് ലിഗാൻഡ് ആണ്. അപ്പോൾ 1 2 3 4 5 പിന്നെ 4s ഉണ്ട്, 4p ഉണ്ട്, 4d ഒക്കെ ഉണ്ട്. ഒക്ടാഹീഡൽ കോംപ്ലക്സ് ആണ്. CN സ്ട്രോങ് ആയതുകൊണ്ട് ഫോഴ്സ്ഡ് പെയറപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോഴും നമുക്ക് കിട്ടുന്നത് d2 sp3 തന്നെയാണ് അല്ലേ. d2 sp3 ഹൈബ്രിഡൈസേഷൻ തന്നെയാണ് MnCN6 4- വരിക. അതും ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ്. ചോദ്യം ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ്. അപ്പോൾ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സിലേക്ക് വരുമ്പോൾ അത് നമുക്ക് മാറിപ്പോയി. മൂന്നാമത്തെ ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നത് CONH3 6 times 3+ ആണ്. CONH3 6 times 3. നമുക്ക് CONH3 6 times 3+ പോവാം.
CONH3 6 times 3+. ഇവിടെ കൊബാൾട്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. കൊബാൾട്ട് എന്ന് പറയുമ്പോൾ 3D7 ആണ് വരിക അല്ലേ. അപ്പോഴത്തേക്ക് നമുക്ക് +3 വരുമ്പോൾ നമുക്ക് 3D6 വരും. 3D6ലേക്ക് വരുമ്പോൾ 1 2 ഇപ്പോൾ അയണിൻ്റെ കേസ് നമ്മൾ കണ്ട പോലെ 1 2 3 4 5 6 ഫസ്റ്റ് പെയറപ്പ് ചെയ്യും. അപ്പോൾ D2sp3 ഹൈബ്രിഡൈസേഷൻ പോസിബിൾ ആണ് അല്ലേ. ഫസ്റ്റ് പെയറപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് പെട്ടെന്ന് വരച്ചതേ ഉള്ളൂ കേട്ടോ. D2sp3 ഹൈബ്രിഡൈസേഷൻ പോസിബിൾ ആണ്. അപ്പോൾ പിന്നെ ആൻസർ ഓപ്ഷൻ 4 ആയിരിക്കാനാണ് സാധ്യത. NiNH3 6 times 2+ ആണ്. നോക്കാം നമുക്ക്. NiNH3 6 times 2+. ഈ NiNH3 6 times 2+ലേക്ക് വരുമ്പോൾ നിക്കലാണ്. നിക്കൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. നിക്കലിൻ്റെ കോൺഫിഗറേഷൻ നമുക്കറിയാം 3D8 ആണ്. ഈ കോൺഫിഗറേഷൻ അശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ തെറ്റാൻ കേട്ടോ. കോൺഫിഗറേഷൻ തെറ്റാതിരിക്കാൻ നോക്കുക. ചിലപ്പോൾ നമ്മൾ കെയർലെസ് ആയിട്ട് ചിലപ്പോൾ എഴുതുമ്പോൾ ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നിരിക്കാം. പക്ഷേ അങ്ങനെ മിസ്റ്റേക്ക് എക്സാമിന് വന്നാലും നമുക്ക് പണി കിട്ടും. കാരണം കോൺഫിഗറേഷൻ മാറിപ്പോയാൽ എല്ലാം മാറിപ്പോവും. പാര ചിലപ്പോൾ ഡൈ ആയിരുന്നിരിക്കും, ഡൈ ചിലപ്പോൾ പാരയായിരുന്നിരിക്കും, ഇന്നർ ഔട്ടറിലേക്ക് പോയെന്നിരിക്കും, ഔട്ടർ ഇന്നറിലേക്കൊക്കെ ചിലപ്പോൾ വന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് കോൺഫിഗറേഷൻസ് ഒരു മിസ്റ്റേക്ക് വന്നാലും നമുക്ക് പണിയാണ്. പലപ്പോഴും നമ്മൾ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സുകൾ പഠിക്കുമ്പോൾ പലരും ഈ കോൺഫിഗറേഷന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. കോൺഫിഗറേഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ D&F ബ്ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ കോൺഫിഗറേഷൻസ് ഒക്കെ നമുക്ക് കൂടുതൽ കാണാനായിട്ട് പറ്റും. ഈ കോൺഫിഗറേഷൻസിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിവിടെ 3D8 ആണ് നിക്കൽ. നിക്കൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. കാരണം അമോണിയ ന്യൂട്രൽ ലിഗാൻഡ് ആണ്. സോ 3D8 ആണ് കോൺഫിഗറേഷൻ. 3D8ലേക്ക് വരുമ്പോൾ നമുക്ക് അറേഞ്ച്മെൻറ്റ് വരിക 1 2 3 4 5 6 7 and 8 ആണ്. ഒക്ടാഹൈഡ്ര കോംപ്ലക്സ് ആണ്. ഇവിടെ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം 2D കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. ആൻഡ് ഇറ്റ് ഈസ് ബിക്കോസ് 2D കിട്ടാനുള്ള സാധ്യത ഇല്ല എന്ന് പറയാൻ കാരണം ഇതിപ്പോൾ എക്സൈറ്റ് ചെയ്യാനും പറ്റത്തില്ല, പെയർ ചെയ്യാനും പറ്റില്ല. പെയർ ചെയ്തിട്ട് ചിലരിന്തിക്ക് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് പെയർ ചെയ്തിട്ട് ഇവിടുത്തെ ഒരു ഡിയും പുറമേത്തെ ഒരു ഡിയും ആ പരിപാടിയില്ല. D2sp3 എന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക് 2 ഡിയും ഇന്നർ, sp3d2 എന്ന് പറഞ്ഞാൽ 2 ഡിയും ഔട്ടർ, അങ്ങനെയാണ്. അല്ലാതെ 1 ഡി ഇന്നർ 1 ഡി ഔട്ടർ അങ്ങനെയല്ല. അങ്ങനെ ഒരു ഹൈബ്രിഡൈസേഷൻ അല്ല നമ്മൾ പറയുക. ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് NCERT പറയുന്നുണ്ടല്ലോ, ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻ ഓഫ് വേവ് ഇക്വേഷൻ ആണ്. ആക്ച്വലി ഹൈബ്രിഡ് ഓർബിറ്റൽ ഡു നോട്ട് എക്സിസ്റ്റ്. അങ്ങനെ തന്നെയാണ് NCERT പറയുക. കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും hybrid orbital do not exist, whereas it is a mathematical manipulation of wave equation to explain the atomic orbitals involved. അപ്പോൾ അതൊരു മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻ ആണ് എന്ന് അറിഞ്ഞിരിക്കുക. ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആണ് നമ്മളിവിടെ പറയുക. എക്സ്പെരിമെൻ്റലി ഇതിന് വലിയ പ്രൂഫ് ഒന്നുമില്ല. എക്സ്പെരിമെൻ്റലി പ്രൂഫ് ഇല്ലാത്തൊരു സാധനമാണ് ഹൈബ്രിഡൈസേഷൻ. പിന്നെ എന്തിനാ അത് പഠിപ്പിക്കണമെന്ന് ചോദിക്കരുത്. ബിക്കോസ് ഹൈബ്രിഡൈസേഷൻ വെച്ചിട്ട് നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് നമ്മളത് അത് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതായാലും sp3d2 ഹൈബ്രിഡൈസേഷനെ പറ്റുള്ളൂ. സോ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിട്ട് നമുക്ക് വരിക ഓപ്ഷൻ 4 ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4, ദ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 23ലേക്ക് പോവുകയാണ് നമ്മൾ. വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ ഷോ ഒപ്റ്റിക്കൽ ഐസോമറിസം? ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നത് ഇതിലാരാണ്? ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഐസോമറിസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ടെട്രാഹിഡ കോംപ്ലക്സുകളാണ് ഈ ഒരു ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുക. സ്ക്വയർ പ്ലാനർ ആയിട്ടുള്ള ആരും കാണിക്കില്ല. പിന്നെ നമ്മൾ ഒക്ടാഹിഡ കോംപ്ലക്സിലേക്ക് വരുമ്പോൾ ഒക്ടാഹിഡ കോംപ്ലക്സിന് ജിയോമെട്രിക്കലും കാണിക്കാം, ഒപ്റ്റിക്കലും കാണിക്കാം. ഈ ഒക്ടാഹിഡ കോംപ്ലക്സിൽ തന്നെ നമുക്കറിയാം മോണോഡെൻഡേറ്റ് ലിഗാൻഡ് വരുന്ന ഒരുത്തൻ പോലും നമ്മുടെ സിലബസിലുള്ളത്. ഒരുത്തൻ പോലും എന്ന് പറയുമ്പോൾ നമ്മുടെ സിലബസിൽ MA3 B3 വരെ ഉള്ളൂ. അതിന് താഴേക്കുള്ള പല മോണോഡെൻഡേറ്റ് ലിഗാൻഡ് വരുന്നത് ഒപ്റ്റിക്കലി ആക്റ്റീവായിട്ടുള്ളവരുണ്ട് കേട്ടോ. അപ്പം ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ഈ സിലബസ് വെച്ചിട്ട് മോണോഡെൻഡേറ്റ് ലിഗാൻഡ് വരുന്ന ഒക്ടാഹിഡ കോംപ്ലക്സുകളിൽ ആരും തന്നെ എന്തില്ല, ഒപ്റ്റിക്കലി ആക്റ്റീവായിട്ടുള്ള ആരും തന്നെ ഇല്ല. അപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവായിട്ടുള്ള കോമ്പൗണ്ടുകൾ മോണോഡെൻഡേറ്റ് ആയിട്ട് വരുന്ന ആരും തന്നെ ഇല്ല നമ്മുടെ NCERT അനുസരിച്ച്. മോണോഡെൻഡേറ്റ് ലിഗാൻഡ് വരുന്ന ഒക്ടാഹിഡ കോംപ്ലക്സിനെ പറ്റിയാണ്. പക്ഷേ ബൈഡെൻഡേറ്റ് വരുമ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. ഇപ്പോൾ MAA3 ടൈപ്പും MAA2 ഒപ്റ്റിക്കലി ആക്റ്റീവാണ്, നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിവിടെ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് വരുന്ന ഇപ്പോൾ ഈ കോംപ്ലക്സിലേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഹൈബ്രിഡൈസേഷൻ നോക്കിയാലും മതി. ഇതൊരു DSP2 ഹൈബ്രിഡൈസേഷൻ ആണ്. കോപ്പറിൻ്റെ കേസിലേക്ക് വരുമ്പോൾ DSP2 ഹൈബ്രിഡൈസേഷൻ ആണ്. സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ആണ്. ചിലർ ചോദിക്കുക അത് ടെട്രാഹിഡലാണോ സ്ക്വയർ പ്ലാനർ ആണോ എന്നൊക്കെ ഞങ്ങൾ എങ്ങനെ അറിയും എന്നൊക്കെ ചിലർ ചോദിച്ചേക്കാം. സിങ്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 4 ലിഗാൻഡ് സെയിം ആണ്, ക്ലോറിൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഷോ കാണിക്കേണ്ട ആവശ്യമില്ല. ക്രോമിയത്തിൻ്റെ കേസിൽ MAA3 ടൈപ്പാണ് നമുക്ക് അവിടെ ഉള്ളത്. അവിടെ അത് കാണിക്കാം, MAA3 ടൈപ്പാണ്. സോ നമ്മൾ പറഞ്ഞതാണ് MAA3 ടൈപ്പിന് സിസും ട്രാൻസും കാണിക്കാം. അപ്പോൾ MAA3 ടൈപ്പാണ് അവിടെ കൊടുത്തേക്കുന്നത്, അതിന് സിസും ട്രാൻസും കാണിക്കാം. MAA3 ടൈപ്പാണ്.
അടുത്ത നമുക്ക് MA6 ടൈപ്പാണ്. MA6 ടൈപ്പിന് ജിയോമെട്രിക്കൽ ഐസോമർസും ഇല്ല, ഒപ്റ്റിക്കലും ഇല്ല. അപ്പോൾ ഏത് ടൈപ്പാണ്, ഏത് കാണിക്കാൻ നമ്മൾ ആ കുറച്ച് മുമ്പ് ഇതേപോലത്തെ ചോദ്യം ചെയ്തപ്പോൾ നമ്മൾ ടേബിൾ വരച്ചതാണ്. ആ ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊന്ന് ഓർത്ത് നമ്മളങ്ങ് ചെയ്തുകൊണ്ടാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ വരിക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ലോവസ്റ്റ് വാല്യൂ ഓഫ് പാരാമാഗ്നറ്റിക് ബിഹേവിയർ? പാരാമാഗ്നറ്റിക് ബിഹേവിയർ ലോവസ്റ്റ് ആയിട്ടുള്ളത് എവിടെയാണ്, അല്ലെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് കുറവുള്ളത് ആർക്കെന്നാണ് ആക്ച്വലി ചോദ്യം അതാണ്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആർക്കാണ് കുറവുള്ളതെന്ന്. അപ്പോൾ ലിഗാൻഡിൻ്റെ സ്ട്രെങ്ത് ഒക്കെ നോക്കണേ. ലിഗാൻഡിൻ്റെ സ്ട്രെങ്ത് ഇപ്പോൾ ക്രോമിയം 3+ ആണ് ഇവിടെ വന്നേക്കുന്നത്. ഞാൻ ക്രോമിയത്തെ പറ്റി പറഞ്ഞായിരുന്നു. ഇറസ്പെക്റ്റീവ് ഓഫ് ദി സ്ട്രെങ്ത് ഓഫ് ദി ലിഗാൻഡ് D1 D2 D3 കോൺഫിഗറേഷൻ ആണെങ്കിൽ അവിടെ ആ 3 അൺപെയ്ഡ് ഇലക്ട്രോൺസ് അതുപോലെ തന്നെ കിടക്കും. കാരണം ഇപ്പോൾ ഒക്ടാഹൈഡൽ വന്നാലും എന്ത് വന്നാലും, ഇപ്പം നമുക്ക് ഇപ്പം ക്രോമിയത്തിൻ്റെ കേസിലേക്ക് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രോമിയത്തിന് 3 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ക്രോമിയം 3+ൽ 3D3 ആണ് കോൺഫിഗറേഷൻ. അതിപ്പോൾ CN സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഫോഴ്സ്ഡ് പെയർ അപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. CN ഇവിടെ കിടക്കാൻ സ്ഥലമുണ്ടാവും, വന്ന് ചുമ്മാ കയറി കിടന്നാൽ മതി. അല്ലാതെ ഇവിടെ വന്നിട്ട് ഇവരെ പിടിച്ച് പെയർ ചെയ്യേണ്ട ആവശ്യമൊന്നും ആർക്കില്ല, CN ഇല്ല. അപ്പോൾ തിയററ്റിക്കലി CN വെറുതെ വന്ന് കയറിയാൽ മതി. അപ്പം 3 അൺപെയ്ഡ് ഇലക്ട്രോൺ അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ഓഫ് പാരാമാഗ്നറ്റിക് ബിഹേവിയർ ഉള്ളത് ഏതെന്നാണ് ചോദ്യം. ഏതായാലും ഇവിടെ 3 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലും കൂടുതലാണ്, ഇല്ലാമെങ്കിൽ ഇവനായിരിക്കും ലോവസ്റ്റ് വാല്യൂ ഉള്ളത്. നമുക്ക് നോക്കാം. MnCN6 3- നമുക്കൊന്ന് പോവാം. MnCN6 മാംഗനീസ് ആണ്. മാംഗനീസ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അല്ലേ. അപ്പോൾ വരുമ്പോൾ നമുക്ക് മാംഗനീസ് എന്ന് പറയുമ്പോൾ 3D5 4s2 ആണ്. 3D4 വരും അല്ലേ. 3D4 കോൺഫിഗറേഷൻ വരും. 3D5 4s2. അപ്പോൾ 3D4 കോൺഫിഗറേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് 1 2 3 4 ആണ്. ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ആണ്. ഒരെണ്ണത്തെ അൺപെയ്ഡ്, അപ്പോൾ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ 2 വരും. 2 അൺപെയ്ഡ് ഇലക്ട്രോൺ വരും. അപ്പോൾ ഇവന് 3 ഇവന് 2 സ്ട്രോങ് ലിഗാൻഡാണ് ഫോഴ്സ്ഡ് പെയർ അപ്പ് ചെയ്യുമ്പോൾ. അടുത്ത FeCN6 3- ആണ്. Fe 3+ ആണ്. Fe 3+ലേക്ക് വരുമ്പോൾ 3D6 4s2 ആണ്. അപ്പോൾ 3D5 വരും. അപ്പോൾ 3D5ലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് 3D5. 1 2 3 4 5 ആണ്. ഒക്ടാഹൈഡൽ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് 2 ഇലക്ട്രോൺ ഫോഴ്സ്ഡ് പെയർ അപ്പ് ആവും. അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺ 1 ആയിട്ട് കുറയും. അപ്പോൾ ഇതിൽ 3 അൺപെയ്ഡ് ഇലക്ട്രോൺ, ഇതിൽ 2 അൺപെയ്ഡ് ഇലക്ട്രോൺ, 2 അല്ലേ, അല്ല സോറി, ഇതിൽ 3, ഇതിൽ 2, ഇതിൽ 1. അപ്പോൾ ഏറ്റവും കുറവ് വന്നേക്കണേ ഇപ്പോൾ 3 ആണ്. ഇനി ഓപ്ഷൻ 4ലേക്ക് വരാം. COCN6 3- ആണ്. കൊബാൾട്ട് 3+ ആണ്. കൊബാൾട്ട് 3. ഇപ്പോൾ കൊബാൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് 3D7 4s2 ആണ്. കൊബാൾട്ട് 3+ എന്ന് പറയുമ്പോൾ 3D6 ആണ്. 3D6ലേക്ക് വരുമ്പോൾ നമുക്ക് 1 2 3 4 5 6 ആണ് വരിക. ഫോഴ്സ്ഡ് പെയർ അപ്പ് ചെയ്യണം. 2 പേര് ഒക്ടാഹൈഡലാണ്. എന്നിട്ട് D2sp3 ആവും. അപ്പോൾ 0 അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ് വരിക. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് വന്നേക്കുന്നത് ഓപ്ഷൻ 4ലാണ്. ബിക്കോസ് ഇറ്റ് 0 അൺപെയ്ഡ് ഇലക്ട്രോൺ. 0 അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ് വന്നേക്കുന്നത്. അപ്പോൾ റൈറ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ് നമുക്ക് വരിക. സോ വി മൂവ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. The coordination number and the oxidation state of the element E in the complex En twice E2O4 NO2 കൂടെ ഉണ്ട് കേട്ടോ. NO2 എൻ്റെ വെളിയിൽ കിടക്കുന്നതാണ്. NO2 വേറെ എഥിലീൻ ഡയമീൻ ആണ്. ആ റെസ്പെക്റ്റീവ്ലി കോർഡിനേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ലിഗാൻഡ് ആണല്ലോ, അല്ല നമ്പർ ഓഫ് കോർഡിനേറ്റീവ് ബോണ്ട് ആണ്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് കോർഡിനേറ്റീവ് ബോണ്ട്. എന്നതൊരു ബൈഡൻഡേ ലിഗാൻഡ് ആണ്. അപ്പോൾ 2 × 2 4 കോർഡിനേറ്റീവ് ബോണ്ട് വരും. ബൈഡൻഡേ ലിഗാൻഡ് ആണ്. C2O4 ഒരു ബൈഡൻഡേ ലിഗാൻഡ് ആണ്. സോ 2 വരും. 2 × 1 ആണ്. C2O4 ഒരെണ്ണാലേ ഉള്ളൂ. സോ 2 × 1, സോ വിച്ച് ഇസ് ഈക്വൽ ടു 2. സോ ടോട്ടൽ 6 ആണ്. കോർഡിനേഷൻ നമ്പർ 6 ആണ് വരിക. കോർഡിനേഷൻ നമ്പർ 6ൽ തുടങ്ങുന്ന 2 ആൻസർ ഉണ്ട്. 6-3 ഉണ്ട്, 6-2 ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര വരും? En ന്യൂട്രൽ ലിഗാൻഡ് ആണ്. C2O4 -2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. -2 ആണ്. NO2ന് -1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. -2 -1 കൂടെ വരുമ്പോൾ -3 ആവും. അപ്പോൾ Eക്ക് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരണം. സോ ദ റൈറ്റ് ആൻസർ നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 ആണ്, +3 ആണ് വരിക. 4 ആണ് ആൻസർ വരിക. 6-3 എന്നുള്ള ഓപ്ഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത് അല്ലേ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസുകളെ പറ്റി നമുക്കൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 2 ചാപ്റ്ററുകളാണ്. 2 ചാപ്റ്ററുകളിൽ നമുക്ക് ഒന്നാമത്തത് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്, രണ്ടാമത്തെ ബി ബ്ലോക്കാണ്. 2 ചാപ്റ്ററുകൾ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററുകളായിരുന്നു. കെമിസ്ട്രിയുടെ ഇനോർഗാനിക് കെമിസ്ട്രി ആണ്. അതുകൊണ്ട് തന്നെ പലർക്കും ഇനോർഗാനിക് കേൾക്കുമ്പോൾ കുറേ എക്സെപ്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പലരും പറയാറുണ്ട് ഇത് മൊത്തം എക്സെപ്ഷനാണ്, മുഴുവൻ കാണാതെ പഠിക്കണം എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം, കാണാതെ പഠിക്കണമെന്നൊക്കെ ഉള്ളത് സത്യമാണ്, സത്യം നിഷേധിക്കുന്നില്ല. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന
ഒരു ടോപ്പിക്കാണ് ഈ ഒരു കെമിസ്ട്രി ടോപ്പിക്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളൊന്ന് ഓർത്ത് ശ്രദ്ധിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. 2 ചാപ്റ്ററിൽ നിന്ന് നല്ല ക്വസ്റ്റ്യൻസുകൾ ചോദിക്കട്ടെ, എല്ലാ ഏരിയയും ടച്ച് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കാം. അതുകൊണ്ട് നന്നായിട്ട് ഇൻസിയാറ്റീവ് വായിക്കുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. നെക്സ്റ്റ് ഉടനെ തന്നെ നമ്മുടെ മാത്സ് സെഷൻ ആരംഭിക്കുകയാണ്. ജസ്റ്റിമോൻ സാർ റെഡിയാണ്. എല്ലാവരും ലൈവിൽ തന്നെ തുടരുക. അപ്പം മാത്സ് സെഷൻ ഉടനെ തന്നെ വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു. ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ലൈവ് സെക്ഷൻ വളരെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് കരുതുവാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഫിസിക്സിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേരറിയാലോ, നമ്മുടെ പ്രഡിക്ഷൻ ലൈവാണ്. ഓക്കെ, നമ്മൾ ചുമ്മാ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു, നിങ്ങൾക്കും അറിയാം. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ. എല്ലാം കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ കണ്ടുപരിചയമുള്ളതാണെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ ക്വസ്റ്റിനകത്തും എന്തെങ്കിലുമൊക്കെ ട്രിക്ക് ഒളിഞ്ഞിടക്കുന്നതാണ്. നമ്മുടെ യൂണിറ്റ് 5-ലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ജോലി സാറ് നിങ്ങളോട് വേറെ സാറിൻ്റെ കാര്യം പറഞ്ഞല്ലേ, ജോലി സാർ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ഓക്കെ, എനിവേ നമുക്ക് നമ്മുടെ സെക്ഷനിലേക്ക് പോവാം. എല്ലാവരും ഉണ്ടല്ലോ ലൈവിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോയേക്കാം. മൂവിങ് ചാർജസിലെ ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് കിടക്കുന്നത്. ആരുടെയും കമൻ്റ് ഒന്നും കാണുന്നില്ലല്ലോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. എ പാർട്ടിക്കിൾ ഹാവിംഗ് സ്പെസിഫിക് ചാർജ് സിഗ്മ ഈസ് പ്രൊജക്റ്റഡ് ഇൻ XY പ്ലെയിൻ വിത്ത് എ സ്പീഡ് v. There exists a uniform magnetic field in Z direction having a fixed magnitude B0. The field is made to reverse its direction after every interval of 2π by sigma B0. Calculate the maximum separation in meter between two positions of the particle during its course of motion. Given B by sigma into B0 is equal to 2 meter. Neglect any other force including gravity throughout the motion. എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ ആയിട്ടും ഇതിൻ്റെ സൊല്യൂഷൻ ഭയങ്കര വലിയ സൊല്യൂഷനാണെന്നും ഒക്കെ കരുതും. എന്നാൽ സൊല്യൂഷനൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഈ ക്വസ്റ്റ്യനകത്ത് മുഴുവൻ ട്രിക്കാണ്. ഓക്കെ, അപ്പോൾ എനിവേ ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. നിങ്ങൾക്ക് ഒറ്റയടിക്ക് വായിച്ച് കേട്ടപ്പം തലയിലേക്ക് കത്തിയോന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചേക്കാം കേട്ടോ.
പാർട്ടിക്കിൾ ഹാവിങ് സ്പെസിഫിക് ചാർജ് സിഗ്മ. ഓക്കെ, അപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ സ്പെസിഫിക് ചാർജ് സിഗ്മ എന്ന് പറയുന്നു. പ്രൊജക്റ്റഡ് ഇൻ XY പ്ലെയിൻ. സ്പെസിഫിക് ചാർജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. സ്പെസിഫിക് ചാർജ് എന്ന് പറഞ്ഞാൽ Q/M അല്ലേ. Q/M-നെയാണ് സിഗ്മ എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ അറിയാതെ സിഗ്മ എന്ന് പറഞ്ഞു കേട്ടോ. Q/M-നെ സിഗ്മ എന്ന് വന്നേക്കുന്നു. XY പ്ലെയിനിൽ പ്രൊജക്റ്റ് ചെയ്തേക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ XY പ്ലെയിനിൽ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാം. XY പ്ലെയിനിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ നിങ്ങളുടെ കമൻ്റ് ഒന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നുകൂടെ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ XY പ്ലെയിനിൽ പ്രൊജക്റ്റ് ചെയ്യാമെന്നല്ലേ പറയുക. അപ്പോൾ ഒരു ചാർജ് പോസിറ്റീവ് ചാർജ് ആയിട്ട് എടുക്കാം. ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എത്രയാണ്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ് B0. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ് B0. ഫീൽഡ് ഈസ് മെയ്ഡ് ടു റിവേഴ്സ് ഇറ്റ് ഡയറക്ഷൻ ആഫ്റ്റർ എവറി ഇൻ്റർവെൽ ഓഫ് 2π/σ B0. അതായത് നമ്മളിവിടെ ഒരു ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ഫീൽഡ് ഏത് ഡയറക്ഷനാണെന്നുണ്ടോ? ഫീൽഡ് Z ഡയറക്ഷനാണെന്ന് പറയുന്നുണ്ട്. വാല്യൂ B0 ആണ്. ഓരോ ഈ ടൈം കഴിയുമ്പോഴും ഈ ടൈമിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കിയേ. അതായത് ഈ 2π/σ B0, സിഗ്മ എന്ന് പറഞ്ഞാൽ Q/M അല്ലേ, B0 ഇങ്ങനെയാണ് വരിക അല്ലേ. 2πm/BQ ഇതെവിടെയാണ് കണ്ടിട്ടുള്ള കാര്യമല്ലേ. അത് ഈ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന ടൈം പീരീഡ് അല്ലേ ഇത്. അപ്പോൾ ഈ 2πm/BQ എന്ന് പറയുന്നത് പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന ടൈം പീരീഡ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം നമ്മളോട് പറഞ്ഞേക്കുന്നത് ആക്ച്വലി ഓരോ T സമയം കഴിയുമ്പോഴുമാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാറ്റുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ കാൽക്കുലേറ്റ് ദ മാക്സിമം സെപ്പറേഷൻ ഇൻ മീറ്റർ. മാക്സിമം സെപ്പറേഷൻ ഇൻ മീറ്റർ ബിറ്റ്വീൻ ടു പൊസിഷൻസ് ഓഫ് ദി പാർട്ടിക്കിൾ ഡ്യൂറിംഗ് ദി കോഴ്സ് ഓഫ് മോഷൻ. ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക ഈ XY പ്ലെയിനിൽ. അന്നേരം പാർട്ടിക്കിളിന് വരാവുന്ന മാക്സിമം സെപ്പറേഷൻ എത്രയെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. നിങ്ങളെ ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് സമയം എടുത്തുകൊണ്ടിരുന്നത്. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ടപ്പ് ചെയ്യുന്ന ഒരു 30-40 സെക്കൻഡിനുള്ളിൽ പരിപാടി കഴിയും. അപ്പോൾ നമുക്കിത് XY പ്ലെയിൻ. ഓക്കെ, ഇനി പറഞ്ഞേക്കുന്നു മാഗ്നറ്റിക് ഫീൽഡ് ഇസ് എ ഡയറക്ഷൻ. നമുക്കൊരു കാര്യം ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ് B0. മാഗ്നറ്റിക് ഫീൽഡ് B0. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫീൽഡ് പുറത്തേക്കാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, പാർട്ടിക്കിളിനെ ഞാൻ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തായിട്ട് അങ്ങ് കരുതാം. പാർട്ടിക്കിളിനെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് നോക്കിയേ, മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ്, വെലോസിറ്റി മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് അല്ലേ. അപ്പോൾ രണ്ടുപേരും പെർപെൻഡിക്കുലർ ആയിട്ടാണ് വന്നേക്കുന്നത്. രണ്ടുപേരും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഉറപ്പായിട്ടും പാത്ത് സർക്കുലർ ആയിരിക്കുമെന്ന് അറിയാം. നമുക്ക് എങ്ങോട്ടാണ് സർക്കുലർ പാത്തിൻ്റെ സെൻറ്റർ നോക്കാം. സർക്കുലർ പാത്തിൻ്റെ സെൻറ്റർ എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ അത് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് സർക്കുലർ പാത്തിൻ്റെ സെൻറ്ററിലേക്കായിരിക്കും. അപ്പോൾ എങ്ങോട്ടാണോ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അതായിരിക്കണമല്ലോ സർക്കുലർ പാത്തിൻ്റെ സെൻറ്റർ. യെസ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങോട്ടാണെന്ന് അറിയാൻ വേണ്ടി ഫീൽഡ് ഞാൻ പുറത്തേക്ക് എടുത്തു. ഞാൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച കേട്ടോ കാണാൻ പോകുന്നത്. അപ്പോൾ ഫീൽഡ് പുറത്തേക്ക് എടുത്തു, വെലോസിറ്റി മുകളിലോട്ട് ആ ഡയറക്ഷനിൽ വരും. ഓക്കെ, അതായത് ഫീൽഡ് പുറത്തേക്ക് എടുത്തു, വെലോസിറ്റി മുകളിലോട്ട് വന്നു. അപ്പോൾ എൻ്റെ തമ്പ് ഇങ്ങോട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് വെലോസിറ്റി എങ്കിൽ കണ്ടോ, ഫീൽഡ് പുറത്തേക്ക്, വെലോസിറ്റി ഇങ്ങോട്ട്, അപ്പോൾ തമ്പ് ഇങ്ങോട്ട്. അപ്പോൾ ഇങ്ങോട്ട് ഫോഴ്സ് വരും. അതിൻ്റെ അർത്ഥം എന്താണ്, ഞാൻ പാർട്ടിക്കിളിനെ ഇങ്ങോട്ടാണ് പ്രൊജക്റ്റ് ചെയ്തെങ്കിൽ, പാർട്ടിക്കിളിൻ്റെ സർക്കുലർ പാത്തിൻ്റെ സെൻറ്റർ ഈ ഡയറക്ഷനിലേക്ക് വരണം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സർക്കുലർ പാത്തിൻ്റെ സെൻറ്റർ ആ ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വരയ്ക്കുമെന്ന് ഇതുക. അപ്പോൾ ഇങ്ങനെയാണ് ഇവൻ കറങ്ങിക്കൊണ്ടിരിക്കുക, ഇങ്ങനെയാണ് പാർട്ടിക്കിൾ കറങ്ങിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എത്രയുള്ള സംഭവം, XY പ്ലെയിനിൽ പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സംഭവം സെറ്റല്ലേ, XY പ്ലെയിനിൽ പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നു വിത്ത് എ വെലോസിറ്റി V. അപ്പോൾ ഇവൻ ഇങ്ങനെ കറങ്ങി എന്ത് ചെയ്യൂടാ പിള്ളേരെ, തിരിച്ച് ഇവിടെ എത്തും. ഓക്കെ ആണല്ലോ. യെസ്, ഇവിടെ എത്തിക്കഴിയുമ്പം അടുത്ത ഐഡിയ, നമ്മൾ കറക്റ്റ് T സമയമായി 2πm/BQ. ഈ T സമയം കഴിയുമ്പം എന്ത് റിവേഴ്സ് ചെയ്യുമെന്നാണ് പറഞ്ഞത്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പുറത്തേക്കുണ്ടായിരുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായി, അകത്തേക്കായി. പുറത്തേക്കുണ്ടായിരുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായി, അകത്തേക്കായി എന്നാണ് പറയുക. ഓക്കെ അല്ലേ. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കായി എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഓർത്തോണം മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മാറി. ദേ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി പാർട്ടിക്കിൾ ഇവിടെ എത്തി, കറക്റ്റ് ഇവിടെ എത്തിയപ്പോഴേക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാറി എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഫീൽഡ് പുറത്തേക്കല്ല, ഇപ്പോൾ ഫീൽഡ് അകത്തേക്കായി. വെലോസിറ്റി ദോണ്ട മുകളിലേക്ക്, അപ്പോൾ ഇത് വെലോസിറ്റി, ഇത് ഫീൽഡ് അകത്തേക്ക്. അപ്പോൾ ഇത്തവണ കണ്ടോടാ പിള്ളേരെ, മാഗ്നറ്റിക് ഫോഴ്സ് ഇങ്ങോട്ടാണ് വന്നത്. അതിൻ്റെ അർത്ഥം സർക്കുലർ പാത്തിൻ്റെ സെൻറ്റർ മാറി.
അപ്പോൾ അതായത് ഇങ്ങനെ കറങ്ങിയ ഇപ്പോൾ ഇവിടെ എവിടെയോ ആണ് സർക്കുലർ പാത്തിൻ്റെ സെൻറ്റർ. അപ്പോൾ പാർട്ടിക്കിൾ ഇത് ഇങ്ങനെ കറങ്ങി വരും. പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങി സർക്കിൾ കംപ്ലീറ്റ് ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഓർമ്മയുണ്ടോ? മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൻ്റെ ചാപ്റ്ററിനകത്ത് കുറച്ചേറെ ഫോർമുലാസ് നമ്മൾ സാധാരണ കാണാറുണ്ട് അല്ലേ? അതിലൊരു ഫോർമുലയാണ് മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുവാണെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എത്രയാ? mv/bq അല്ലേ? നിങ്ങൾ ആലോചിക്കുക, മാസിന് മാറ്റമില്ല. ഓക്കെ, അത് ഒറ്റ പാർട്ടിക്കിൾ തന്നെയല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് സെയിം തന്നെയാണ്, ചാർജിന് മാറ്റമില്ല. ഇനി മാഗ്നറ്റിക് ഫീൽഡ് വർക്ക് ചെയ്യുമോ പിള്ളേരെ? മാഗ്നറ്റിക് ഫീൽഡ് വർക്ക് ചെയ്യില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? സ്പീഡ് മാറില്ല. അപ്പം സ്പീഡ്, അതുപോലെ മാസ്, അതുപോലെ ബി ക്യൂ എല്ലാം സെയിമാണ്. അതുകൊണ്ട് റേഡിയസിന് മാറ്റമൊന്നുമില്ല. എന്താണ് നമ്മുടെ ഐഡിയ എന്ന് വെച്ചാൽ, അപ്പം ഞാൻ ആദ്യം വരച്ച സർക്കിൾ തന്നെയാണ് വരയ്ക്കേണ്ടത്. ഞാൻ വരച്ചപ്പോൾ ഈ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ സർക്കിളിന് ഇച്ചിരി സൈസ് കൂടിപ്പോയതുപോലെയൊക്കെ തോന്നും. അതുകൊണ്ട് ഒന്നുകൂടെ വരച്ചേക്കാം. ഇങ്ങനെ അവൻ കറങ്ങി ഇവിടെ എത്തും. ഓക്കെ, അപ്പോൾ നോക്കുക, ആദ്യം ഞാൻ ഇവിടെ നിന്നാണ് പ്രൊജക്റ്റ് ചെയ്തത് എങ്കിൽ അവൻ ആദ്യം സർക്കുലർ പാത്തിൻ്റെ സെൻറ്റർ അങ്ങോട്ടായിരുന്നുകൊണ്ട് ഇങ്ങനെ കറങ്ങി കറക്റ്റ് ഇവിടെ എത്തി. അപ്പോൾ അതുവരെ സർക്കുലർ പാത്തിൻ്റെ സെൻറ്റർ ഇവിടെയായിരുന്നേ. ഇവിടെ എത്തിയപ്പോഴേക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തു. അപ്പോൾ എന്താണ്? മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് മാറി. അപ്പം നൈസായിട്ട് ഈ പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. ഇങ്ങനെ കറങ്ങി വീണ്ടും എന്ത് ചെയ്യൂടാ പിള്ളേരെ? ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പോഴേക്കും വീണ്ടും ഒരു ക്യാപിറ്റൽ ടി സമയമാകും. അപ്പോഴേക്കും വീണ്ടും ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. അന്നേരം വീണ്ടും പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതായത് ഒരു 8ൻ്റെ ഷേപ്പിൽ ഇങ്ങനെ പാർട്ടിക്കിൾ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് ഐഡിയ, ശരിയല്ലേ? പാർട്ടിക്കിൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പാത്തിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? 8ൻ്റെ ഷേപ്പിലായിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വിളിച്ചിരിക്കുന്ന പാർട്ടിക്കിൾസ് തമ്മിൽ വരാവുന്ന മാക്സിമം അകലം അല്ലേ? പറഞ്ഞേ, പാർട്ടിക്കിൾസ് തമ്മിൽ വരാവുന്ന മാക്സിമം അകലം എത്രയാ? ഈ 2 എൻഡുകൾ തമ്മിൽ അല്ലേ? ഇതാണ് പാർട്ടിക്കിളിൻ്റെ പാത്ത് ഏറ്റവും അകലെ വരാവുന്നത്, ഈ 2 പോയിന്റുകൾ തമ്മിലല്ലേ? എടാ, ഇവിടുന്ന് ഇവിടം വരെ റേഡിയസിൻ്റെ ഡബിൾ വരും, 2r വരും അല്ലേ? ഇതിപ്പോൾ എത്ര വരും? 2r വരും. അപ്പോൾ മൊത്തം എത്ര? 4r എന്ന് വരും അല്ലേ? സോ നമുക്ക് മാക്സിമം സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? മാക്സിമം സെപ്പറേഷൻ ഈസ് ഈക്വൽ ടു 4 × r എന്ന് പറയും. അത് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ ആണോ? പിടികിട്ടിയോ? മാക്സിമം സെപ്പറേഷൻ 4r എന്ന് വരും. ഇനി 4 × r പകരം എത്രയാ? mv/bq എന്നെടുക്കാം, ശരിയല്ലേ? ഇനി വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്നാന്ന് പറയട്ടെ? 4 × v/b/q/m എന്നെഴുതുന്നത് ശരിയല്ലേ? m ഞാൻ താഴത്തേക്ക് എഴുതി. ഈ q/m-നെ അല്ലേ സിഗ്മ എന്ന് അവർ വിളിച്ചേക്കുന്നത്. സോ 4 × v/ മാഗ്നറ്റിക് ഫീൽഡ് b0 എന്ന് വന്നേക്കുന്നത് കേട്ടോ. b0 × സിഗ്മ എന്ന് പറയും. ബ്രാക്കറ്റ് കണ്ടോ? എന്താണ്? v/σ b0ക്ക് 2 മീറ്റർ എന്നെടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ബ്രാക്കറ്റ് കിടക്കുന്നത് 2 മീറ്റർ ആണ്. അപ്പോൾ 4 × 2 ആൻസർ എത്രയാണ് പിള്ളേരെ? 8 മീറ്റർ. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ കണ്ടോ? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ വന്നേക്കുന്നത്. സെറ്റ് അല്ലായിരുന്നോ? സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് ഞാൻ കരുതിക്കോട്ടെ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിത് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്താ പറയുക, ഒരിക്കലും നഷ്ടം വരില്ല. കാരണം ട്രിക്കി ആയിട്ടുള്ളതും 1 മിനിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ നമ്മൾ ഒരിക്കൽ കണ്ട് പരിചയമില്ലെങ്കിൽ കുറച്ച് ടൈം ഡിലേ ഒക്കെ ഉണ്ടെന്ന് തോന്നാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് എടുത്തത്. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് കരുതിക്കോട്ടെ. അപ്പോൾ എല്ലാവരും ഓക്കെ ആണല്ലോ? ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോട്ടെ. ഓക്കെ, ഇതിന് ആൻസർ കണ്ടുപിടിക്കാവുന്നെന്ന് ശ്രമിക്കണേ. ക്വസ്റ്റ്യൻ പറഞ്ഞു തരാം. അൻ ആൽഫ പാർട്ടിക്കിൾ, എല്ലാവർക്കും അറിയാലോ ആരാ ആൽഫ പാർട്ടിക്കിൾ? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആരാ ആൽഫ പാർട്ടിക്കിൾ? ഹീലിയം ന്യൂക്ലിയസ് അല്ലേ ആൽഫ പാർട്ടിക്കിൾ? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസ് ആണല്ലേ? ഈ ഹീലിയം ന്യൂക്ലിയസിൻ്റെ ചാർജ് എത്ര? ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ 2 പ്രോട്ടോൺ അല്ലേ ഉള്ളത്? അപ്പോൾ ഹീലിയം ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 2e വരും അല്ലേ? മാസ് ഓഫ് ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എത്ര ഇട്ടെടുക്കാം? 4 പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ ഒരു പ്രോട്ടോണിൻ്റെ മാസ് mb എന്നെടുക്കുവാണെങ്കിൽ 4 × mb എന്നെടുക്കാം. ഇതാണ് ഹീലിയം ന്യൂക്ലിയസിൻ്റെ ചാർജും മാസും ഒക്കെ പറയുവാണെങ്കിൽ ഇങ്ങനെ എടുക്കാം, ശരിയല്ലേ? ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇതിനകത്ത് ഇപ്പം ഞാൻ എന്തിനാ ഈ ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജും മാസും പറഞ്ഞതെന്നൊക്കെ നമുക്ക് നോക്കാം. വല്ല ആവശ്യമുണ്ടോന്നൊക്കെ നോക്കാം. ചുമ്മാ അങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളേ. ഈ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുവാണ്. എന്താണ് റേഡിയസ്? സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് r ആണ്. കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞല്ലേ? അതിൻ്റെ അർത്ഥം എന്ത് സർക്കുലർ പാത്താണെന്നറിയാം? യൂണിഫോം സർക്കുലർ പാത്താണ്. എന്ത് സർക്കുലർ പാത്താണ്? യൂണിഫോം സർക്കുലർ മോഷൻ ആണ്. ഇനി പോയിന്റ് എ ലൈസ് ഇൻ ദി സെയിം പ്ലെയിൻ. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, സമയം കളയുന്നില്ല, നേരെ ചുമ്മാ ഒരു ഫിഗർ അങ്ങ് വരച്ച് തുടങ്ങാം. നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ കണ്ടാലും ചുമ്മാ അങ്ങ് കോൺഫിഡൻ്റ് ആയിട്ട് ഫിഗർ അങ്ങ് വരച്ചോളുക. അതായത് നമുക്ക് സാധാരണ ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ അടിക്കുക, ഇത് നമ്മൾ ചെയ്ത് തീർക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് അറിയാവോ എന്നൊന്നും ആലോചിക്കുകയല്ല ചെയ്യേണ്ടത്. ഫസ്റ്റ് വായിക്കുമ്പോൾ തന്നെ വായിക്കുന്നത് മനസ്സിലാവുന്നിടത്തുനിന്ന് നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്തോളുക. അപ്പോൾ ഏതായാലും സർക്കുലർ പാത്തിൽ കറങ്ങുന്നു. അപ്പം നമ്മളൊരു സർക്കിൾ വരച്ചു. യെസ്,
സുപ്ര അയ്യോ അതാരാണോ സുപ്ര ആരാണേലും ആൻസർ പറഞ്ഞാൽ ശരിയാട്ടോ 2π/3 × t ഓപ്ഷൻ 2 ആണ് പറഞ്ഞേക്കുന്നത്. സംഭവം ശരിയാണ്, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഐഡിയ പ്ലെയിനിൽ കടന്ന ഒരു ആൽഫ പാർട്ടിക്കിൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒമേഗ ആംഗുലാർ വെലോസിറ്റി കറങ്ങാമെന്ന് എഴുതുക. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്നതായിട്ട് ഞാൻ എടുക്കുവാണ്. പ്ലെയിനിലുള്ളൊരു പോയിൻ്റാണ് ഈ പോയിന്റ് കേട്ടോ. പ്ലെയിനിലുള്ളൊരു പോയിൻ്റാണ് ഇത്. ഈ പോയിന്റ് നമുക്ക് എന്ത് വിളിക്കാം? എ എന്നാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇനി തന്നിരിക്കുന്നത് എന്താണെന്നറിയാം? ഈവൻ ഈ എ എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് 2r ഡിസ്റ്റൻസ് അകലെയാണെന്ന് പറയുന്നുണ്ട്. പോയിന്റ് എ റെക്കോർഡ്സ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൽഫ പാർട്ടിക്കിൾ. ഈ ആൽഫ പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്താണ്? മൂവ് ചെയ്യുന്ന ചാർജാണ് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലേ? ആ മാഗ്നറ്റിക് ഫീൽഡ് ആര് റെക്കോർഡ് ചെയ്യുന്നുണ്ട്? എ ഇങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ എന്നാ സംഭവിച്ചെന്നോട്ടെ? ഇഫ് മിനിമം ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ 2 സക്സസീവ് ടൈംസ് അറ്റ് വിച്ച് എ റെക്കോർഡ് 0 മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ടി. ഇവൻ ഇങ്ങനെ ഈ പാർട്ടിക്കിൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എ മാഗ്നറ്റിക് ഫീൽഡിനെ നോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാ സംഭവിച്ചെന്നറിയോ? ഏതോ ഒരു സമയത്ത് നോക്കിയപ്പം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ ഒന്നും ഇവന് കിട്ടുന്നില്ല. ആർക്ക്? എ എന്ന് പറയുന്ന പാർട്ടിക്കിളിന് മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എ എന്ന് പറയുന്ന പാർട്ടിക്കിളിന് മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്ത ആ രണ്ട് പൊസിഷനിൽ വന്നപ്പോഴാണ് ആ രണ്ട് പൊസിഷൻസ് തമ്മിലുള്ള ടൈം ഇൻ്റർവൽ ടി ആണെങ്കിൽ പാർട്ടിക്കിൾ കറങ്ങുന്ന ആംഗുലാർ സ്പീഡ് എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, പാർട്ടിക്കിൾ കറങ്ങുന്ന ആംഗുലാർ സ്പീഡ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറയണോ? പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എ എന്ന് പറയുന്നൊരു പോയിന്റ്, സെൻറ്ററിൽ നിന്ന് 2r ഡിസ്റ്റൻസ് അകലെ എ എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ഇതിനകത്തൂടെയാണ് പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് എന്നാ സംഭവിച്ചത്? ഈ എ എന്ന് പറയുന്ന പോയിന്റിനെ മാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. 2 സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ 2 സമയത്ത്, അതായത് ഒരു തവണ ഡിറ്റക്റ്റ് ചെയ്യാതിരുന്നു, അടുത്ത തവണ ഡിറ്റക്റ്റ് ചെയ്യാതിരുന്നു. ഈ രണ്ടും തമ്മിലുള്ള ടൈം ഇൻ്റർവൽ സ്മോൾ ടി ആണെങ്കിൽ ഇവൻ കറങ്ങുന്ന സ്പീഡായ ഒമേഗ എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ അത് എപ്പോഴൊക്കെയാണ് ഡിറ്റക്റ്റ് ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് നല്ല ഐഡിയ ഉള്ള ഒരു പോയിന്റാണ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ കറണ്ട് ക്യാരി ചെയ്യുന്ന വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് പഠിക്കുന്ന സമയത്തെ നമ്മൾ പഠിക്കുന്ന ഒരു ചെറിയ ലോജിക് ഉണ്ട്. ഏതാണെന്ന് ഓർമ്മയുണ്ടോ? കറണ്ടിൻ്റെ ഡയറക്ഷനിൽ, ഇപ്പോൾ ഇത് ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നമ്മളൊരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. ശരിയല്ലേ? കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നമ്മളൊരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. അറിയാലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാം. ഇടയ്ക്ക് ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ചാർജ് ആണല്ലോ. ആൽഫ പാർട്ടിക്കിൾ ഇവിടെ എത്തുന്ന സമയത്ത് ആൽഫ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഇങ്ങോട്ടാണ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് കറണ്ട് ഇങ്ങോട്ടാണ്. അപ്പോൾ കറണ്ടിൻ്റെ അതേ ഡയറക്ഷനുള്ള ഒരു പോയിൻ്റാണ് എ എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉറപ്പായിട്ട് 0 ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റ് ഇപ്പോൾ എന്താ പേര് കൊടുക്കുക? ഈ പോയിന്റ് നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഇപ്പോൾ എം എന്ന് കൊടുക്കാം. എം എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പം ഉറപ്പായിട്ടും എയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ഡിറ്റക്റ്റ് ചെയ്യില്ല. ക്ലിയർ ആണോ? അതേപോലെ പാർട്ടിക്കിൾ മൂവ് ചെയ്ത് ഇവിടെ എത്തും അല്ലേ? പാർട്ടിക്കിൾ മൂവ് ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത് വെലോസിറ്റി അങ്ങോട്ടാണ്, കറണ്ട് ആ ഡയറക്ഷനാണ്. അപ്പോൾ ഈ സമയത്ത് കണ്ടോ ഇങ്ങനെ പാരലായിട്ട് വരും, അല്ലെങ്കിൽ ആൻറ്റി പാരലായിട്ട് വരും എന്ന് പറയാം. ഓക്കെ, എനിവേ ഈ സമയത്ത് ഇങ്ങനെയാണ് കറണ്ട് വരിക. കറണ്ടിന് ആൻറ്റി പാരലായിട്ടുള്ളൊരു പോയിൻ്റാണിത്. ഈ സമയത്ത് കറണ്ട് സെയിം ഡയറക്ഷനാണ് വരിക. അതിന് പാരലായിട്ടുള്ളൊരു പോയിൻ്റാണ് എ എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഈ 2 പോയിന്റിലും നിൽക്കുമ്പോൾ എന്തുണ്ടാവില്ല? എ എന്ന് പറയുന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അതൊരു സിമ്പിൾ കോമൺ സെൻസിൻ്റെ പരിപാടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പോയിന്റിന് ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ n എന്ന് കൊടുക്കാം. അപ്പോൾ എന്നിൽ നിന്ന് എമ്മിലേക്ക് വരാനായിട്ട് എടുത്ത മിനിമം സമയമാണ് ടി എന്ന് പറയുക. ഓക്കെ, എമ്മിൽ നിന്ന് എന്നിലേക്ക് വരാനായിട്ട് എടുത്താൽ എന്നിൽ നിന്ന് എമ്മിലേക്ക് വരാനായിട്ട് എടുത്ത മിനിമം സമയമാണ് ടി എന്ന് പറയുക. അപ്പോൾ എന്താണ് ഒമേഗ എന്നല്ല ചോദ്യം. ഇനി ബാക്കി ചെയ്യാൻ ഭയങ്കര എളുപ്പമാട്ടോ പിള്ളേരെ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇത്രയും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കത്തണം. ഇത് ഞാൻ ക്വസ്റ്റിനകത്ത് പറഞ്ഞ കാര്യം ഒന്ന് ജസ്റ്റ് വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് തുടങ്ങിയില്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതുണ്ടോ, റേഡിയസും ടാൻജൻറ്റും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണല്ലേ? ഇത് ഇവിടെയും അതുപോലെ തന്നെ 90 ഡിഗ്രി. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്കിങ്ങനെ 2 റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടുന്നുണ്ടോ? 2 റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടി. ഞാൻ ഈ ആംഗിൾ തീറ്റ എന്ന് അസ്യൂം ചെയ്യുവാണേ. അങ്ങനെയാണ് ഈ ആംഗിളും തീറ്റയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താ, 2 ട്രയാംഗിൾസും എന്ത് ട്രയാംഗിൾസ് ആണെന്നറിയാമോ? ഇക്വിലാറ്ററൽ ട്രയാംഗിൾസാണ്. ഇക്വിലാറ്ററൽ അല്ലോ, കോൺഗ്രുവൻ്റ് ട്രയാംഗിൾസ്. ഇക്വിലാറ്ററൽ അല്ല, 2 ട്രയാംഗിൾസും കോൺഗ്രുവൻ്റ് ആണല്ലേ? ഈ ട്രയാംഗിളിൻ്റെ എല്ലാ സൈഡും ഈ ട്രയാംഗിളിൻ്റെ എല്ലാ സൈഡിനോട് ഈക്വൽ ആണ്. അപ്പോൾ ഇവരെന്താ കോൺഗ്രുവൻ്റ് ട്രയാംഗിൾസ് ആണെന്ന് പറയാം അല്ലേ? ഇവർ കോൺഗ്രുവൻ്റ് ട്രയാംഗിൾസ് ആണ് എന്ന് പറയാം. അതുകൊണ്ട് ഇവൻ്റെ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇവൻ്റെ ആംഗിളും എന്തായിരിക്കണം? തീറ്റ ആയിരിക്കണം. കോമൺ സെൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ തീറ്റ ഞാനൊന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചോട്ടെ. എടാ, ഞാൻ സൈൻ തീറ്റ എടുത്താൽ എന്നാ വരിക നോക്കിയേ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ഇതാണേ. തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് 6 വരും. ഈ 90ക്ക് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടിനസ് വരും.
അപ്പോൾ നോക്കിയേ ആർ ഡിവൈഡ് ബൈ 2r. അപ്പോൾ എത്ര 1/2 എന്ന് വരും. സൈൻ തീറ്റ 1/2 പറഞ്ഞെങ്കിൽ തീറ്റ എത്രയാണെന്ന് പറഞ്ഞാൽ തീറ്റ 30 ഡിഗ്രി എന്ന് വരും അല്ലേ. സൈൻ തീറ്റ 1/2 പറഞ്ഞെങ്കിൽ തീറ്റ 30 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ഇത് 30 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇത് 60 ഡിഗ്രി അല്ലേ വരാൻ പറ്റുള്ളൂ. കാരണം ഇത് 30, ഇത് 90, അപ്പോൾ ഇത് 60. അപ്പോൾ സിമിലർലി ഇത് 60 ഡിഗ്രി വരും അല്ലേ. അപ്പോൾ നോക്കിക്കേ, എന്നിൽ നിന്ന് എമ്മിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എത്ര ആംഗിൾ കവർ ചെയ്യണം? 120 ആംഗിൾ കവർ ചെയ്യണം. 120 ആംഗിൾ കവർ ചെയ്യണം. ഈ 120 എന്ന് പറഞ്ഞാൽ ശരിക്കും എത്രയാണ് പിള്ളേരെ? 2π/3 അല്ലേ. റേഡിയനി പറഞ്ഞാൽ 2π/3 ആണ് അല്ലേ, ശരിയല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2π എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സർക്കുലർ മോഷനാണ്. 2π എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സർക്കുലർ മോഷനാണ്. പക്ഷേ ഇത് എത്രയേ ഉള്ളൂ? 2π/3 ഉള്ളൂ. അപ്പോൾ ഇവൻ കറങ്ങിയ ആംഗിൾ 2π/3 ആണ്. ഇവൻ്റെ ആംഗുലർ സ്പീഡ് എത്രയാ? ഒമേഗ. അപ്പോൾ ഒമേഗ ഇൻറ്റു കറങ്ങാനായിട്ട് എടുത്ത സമയം ടി, ഒമേഗ ഇൻറ്റു ടി അല്ലേ ആംഗിള്, അതായത് 2π/3. അങ്ങനെയാണ് സമയം എത്രയാണ് പിള്ളേരെ? അങ്ങനെയാണ് സമയമല്ല, ഒമേഗ ചോദിച്ചല്ലേ. അങ്ങനെയാണ് ഒമേഗ എത്രയായിരുന്നു? ഒമേഗ ഈസ് ഈക്വൽ ടു എത്രയാ? 2π/3t എന്ന് പറയാം. 2π/3t. അപ്പോൾ വളരെ 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 സിമ്പിളായിട്ട് ചെയ്യാവുന്നതും എന്നാൽ ട്രിക്കി ആയിട്ടുള്ളതും ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. സർക്കുലർ പാത്തിനെ റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാം. Region of the magnetic field shown in the figure consists of 2 uniform magnetic fields. ഇവിടെ നമ്മൾ 2 യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് കേട്ടോ. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ്, പക്ഷേ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കാണ് കേട്ടോ. ഓക്കെ, ഇനി ഇഫ് v is the velocity just required for a charge q of particle of mass m to pass through the region of magnetic field എന്ന് പറയാൻ എൻ്റെ അർത്ഥം എന്താണെന്ന് പറയട്ടെ. ഈ റീജിയനിൽ കൂടി ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ ജസ്റ്റ് കയറി ഇറങ്ങി പോകാനായിട്ട് വേണ്ട മിനിമം വെലോസിറ്റി എന്ന് പറയുന്നത് v ആണ്. v വെലോസിറ്റി ഉണ്ടെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടിയും ഈ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടിയും ചാർജിന് പോയിട്ട് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റുമെന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ആ വിയുടെ വാല്യൂ എത്രയാണെന്ന് അല്ലേ, അങ്ങനെയല്ലേ ചോദിച്ചിരിക്കുന്നത്. നോക്കിയട്ടെ. ദെൻ ഹൗ മച്ച് ടൈം, അല്ല വി അല്ല കേട്ടോ, ഹൗ മച്ച് ടൈം ഡസ് സച്ച് എ ചാർജ്ഡ് പാർട്ടിക്കിൾ സ്പെൻഡ് ഇൻ ദി റീജിയൻ. ഓക്കെ, സ്പെൻഡ് ഇൻ ദി റീജിയൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പാർട്ടിക്കിളിനെ എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്തേക്കുന്നതെന്നുണ്ടോ? ഇങ്ങനെയാണ് കേട്ടോ പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത്. പാർട്ടിക്കിൾ വന്ന് കയറുന്നു, എന്നിട്ട് ഇതിനകത്തൂടെ ഇറങ്ങിപ്പോയി എന്നാണ് പറയുക. ഇറങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ വി സ്പീഡിലാണ് ഇറങ്ങിയേക്കുന്നത്, ജസ്റ്റ് കയറി ഇറങ്ങിപ്പോകാനുള്ള സ്പീഡാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര സമയം മാഗ്നറ്റിക് ഫീൽഡിൽ സ്പെൻഡ് ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. എല്ലാവർക്കും പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഫീൽഡ് പുറത്തേക്ക്, വെലോസിറ്റി ഇങ്ങോട്ട് 90 ഡിഗ്രി. അപ്പം പാത്ത് ഉറപ്പായിട്ടും പിന്നെയും സർക്കിള്, ശരിയല്ലേ? മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഉറപ്പാണ് പാത്ത് എന്താണ്? സർക്കുലർ പാത്താണ്. ശരിയാണല്ലോ. ഇനി നമുക്ക് ആലോചിച്ച് നോക്കാമേ. ഇവന് ജസ്റ്റ് ഈ ഫീൽഡിൽ കയറാൻ പറ്റണം അല്ലേ. ഇവന് പുറത്തിറങ്ങാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, പുറത്തിറങ്ങി വരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതിനകത്ത് കയറാൻ പറ്റണം. ഇതിനകത്ത് കയറാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആലോചിക്കാവേ. ഓക്കെ, ഇതിനകത്ത് കയറാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നു. ഓക്കെ, ഇതിനകത്തേക്ക് എൻ്റർ ചെയ്തു. നിങ്ങൾക്ക് കളർ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, അപ്പോൾ ഞാൻ കളർ ഒന്ന് മാറ്റി വരയ്ക്കാം. ഓക്കെ, ഇതിനകത്തേക്ക് ഇങ്ങനെ എൻ്റർ ചെയ്യുക. ഓക്കെ, എൻ്റർ ചെയ്യുന്ന സമയത്തെ മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങോട്ടാണ് നോക്കാം. ഫീൽഡ് പുറത്തേക്കല്ലേ, ഫീൽഡ് പുറത്തേക്ക്, വെലോസിറ്റി അങ്ങോട്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് താഴത്തേക്ക് വരും. മാഗ്നറ്റിക് ഫോഴ്സ് താഴത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ എവിടെയോ ആണ് സർക്കുലർ പാത്തിൻ്റെ സെൻറ്റർ കേട്ടോ. മാഗ്നറ്റിക് ഫോഴ്സ് താഴത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ എവിടെയോ ആണ് സർക്കുലർ പാത്തിൻ്റെ സെൻറ്റർ. ഓക്കെ, അപ്പോൾ ആ ലൈനിൽ സെൻറ്റർ വരത്തക്ക രീതിയിലാണ് ഇവൻ ഇങ്ങനെ കറങ്ങി കറക്റ്റ് എന്നാ സംഭവിച്ചതറിയാമോ? കറക്റ്റ് ഇവൻ ഇങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു. ഇവിടെ ജസ്റ്റ് പൊടിക്കിപ്പുറത്തേക്ക് കയറി കേട്ടോ. പൊടിക്കിപ്പുറത്തെ റീജിയനിലേക്ക് കയറും. ഓക്കെ, പൊടിക്കിപ്പുറത്തെ റീജിയനിലേക്ക് കയറി, ഇപ്പുറത്തെ റീജിയനിലേക്ക് കയറി കഴിഞ്ഞാൽ നോക്കുക ഇങ്ങനെയായിരുന്നു വെലോസിറ്റി. ഇനി അവൻ അപ്പുറത്തെ റീജിയനിലായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ പാത്തിൻ്റെ എത്ര പോർഷൻ വരും നോക്കിക്കേ? 1/4 അല്ലേ. കറക്റ്റ് 90 ഡിഗ്രിയാണ് ഇതിനകത്ത് കവർ ചെയ്ത്. അപ്പം ഇതിനകത്ത് സർക്കുലർ പാത്തിൻ്റെ 1/4 ആണ് ഇവന് കവർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആദ്യത്തെ സ്ഥലത്ത് എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ അവിടെയുള്ള ടൈം പീരീഡ് കണ്ടുപിടിക്കുക, /4 എടുക്കുക. ഫസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്നാ പറയുക പിള്ളേരെ? ഫസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ സർക്കുലർ പാത്തിൻ്റെ 1/4 ഉള്ളൂ. അതെല്ലാവർക്കും കത്തിന്ന് ഞാൻ കരുതിക്കോട്ടെ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അത് 1/4 ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് മൊത്തം കറങ്ങാനായിട്ട് പറ്റുമായിരുന്നെങ്കിൽ അതിന് വേണ്ട ടൈം പീരീഡ് ടി, അതിൻ്റെ /4 ആണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് T1 ഒന്ന് എഴുതി നോക്കാം. T1 എങ്ങനെ എഴുതുക എന്ന് ചോദിച്ചാൽ
ടൈം പീരീഡിൻ്റെ ഫോർമുല കുറച്ച് മുമ്പേ നമ്മളൊന്ന് പറഞ്ഞതാ. മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി സർക്കുലർ പാത്തിൽ കറങ്ങുമ്പോൾ ടൈം പീരീഡിൻ്റെ ഫോർമുല 2πm/BQ ആണ് അല്ലേ, 2πm/BQ ആണ്. അപ്പോൾ ഞാൻ എഴുതുവാണ് 2πm/BQ. അതിനെ നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇത്രയും സമയമാണ് ഫസ്റ്റ് ഫീൽഡിൽ കൂടെ സ്പെൻഡ് ചെയ്തത്. ഇനി സെക്കൻഡ് ഫീൽഡിൽ കൂടെ എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്നല്ലേ അറിയേണ്ടത്? അതിന് വഴിയുണ്ട്. ഇവിടെ വെച്ച് ഇവൻ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് സെക്കൻഡ് ഫീൽഡിലേക്ക് ജസ്റ്റ് എൻ്റർ ചെയ്തു അല്ലേ, സെക്കൻഡ് ഫീൽഡിലേക്ക് ഇവൻ ഇവിടെ വെച്ച് ജസ്റ്റ് എൻ്റർ ചെയ്തു. ഈ ഫീൽഡ് താഴത്തേക്കും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുണ്ട് കേട്ടോ. ഈ വിഡ്ത്ത് മാത്രമേ പെർമിറ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കി എല്ലായിടത്തേക്കും ഉണ്ട് കേട്ടോ. ഇനി എന്നാ സംഭവിക്കാൻ നോക്കിയേ, ഫീൽഡ് ഇൻറ്റു ആയി. അപ്പോൾ ഫീൽഡ് ഇൻറ്റു ആണ്, വെലോസിറ്റി പക്ഷേ താഴത്തേക്കാണ്. വെലോസിറ്റി താഴത്തേക്കാണ്, ഫീൽഡ് ഇൻറ്റു ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടോ എൻ്റെ തമ്പ് റൈറ്റ് സൈഡിലേക്ക് വന്നേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ ഈ ലൈനിൽ എവിടെയോ ആണ് കേട്ടോ വളരെ സർക്കുലർ പാത്തിൻ്റെ സെൻറ്റർ. ഈ ലൈനിൽ എവിടെയോ വരും സർക്കുലർ പാത്തിൻ്റെ സെൻറ്റർ. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയാമോ, സർക്കുലർ പാത്തിൻ്റെ സെൻറ്റർ അവിടെ ആയതുകൊണ്ട് അങ്ങോട്ട് സെൻറ്റർ വരത്തക്ക രീതിയിൽ ഇങ്ങനെ കറങ്ങും. ഇങ്ങനെ കറങ്ങിയപ്പോൾ ജസ്റ്റ് ഇറങ്ങിപ്പോകാൻ പറ്റുന്നല്ലേ പറയുക. അപ്പോൾ ജസ്റ്റ് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന പറഞ്ഞാൽ ഇങ്ങനെ വന്ന് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ അങ്ങ് പോകണം. ഓക്കെ, ഇതാണ് ഐഡിയ. അപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പാത്ത് എന്തായി മാറി? സർക്കിളിൻ്റെ അല്ലേ, ഇത് 180 ഡിഗ്രി കറങ്ങിയില്ലേ, അപ്പോൾ സർക്കിളിൻ്റെ പകുതി കറങ്ങാൻ പറ്റി. അപ്പോൾ സെക്കൻഡ് റീജിയനിൽ കൂടി എത്ര സമയം ട്രാവൽ ചെയ്തു എന്ന് ചോദിച്ചാൽ സെക്കൻഡ് റീജിയനിലെ ടൈം പീരീഡ് കണ്ടുപിടിക്കുക, എന്നിട്ട് /2 എടുക്കുക അല്ലേ. സെക്കൻഡ് റീജിയനകത്തെ ടൈം പീരീഡ് കണ്ടുപിടിക്കുക, /2 എടുക്കുക. എന്താ പ്രത്യേകത എന്ന് പറയട്ടെ, ഇവിടെ വന്നപ്പോഴേക്കും മാഗ്നറ്റിക് ഫീൽഡ് ഡബിൾ ചെയ്തു. മാഗ്നറ്റിക് ഫീൽഡ് ഡബിൾ ചെയ്തു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു ടൈം പീരീഡ് 2πm/BQ എന്നുള്ളിടത്ത് നമുക്ക് എന്തെഴുതാം? 2 ഇൻറ്റു B ഇൻറ്റു Q എന്ന് ഞാൻ എഴുതും കേട്ടോ. ഇവിടെ ഈ രണ്ട് 2 ക്യാൻസൽ കളഞ്ഞു, മനസ്സിലായോ? 2πm/BQ എന്നാണ്, ബിയുടെ സ്ഥാനത്ത് 2B എന്ന് എഴുതി. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ സ്ഥലത്തൂടെ ട്രാവൽ ചെയ്ത സമയം അറിയാം, T1 അറിയാം. രണ്ടാമത്തെ സ്ഥലത്തൂടെ ട്രാവൽ ചെയ്ത സമയം അറിയാം. രണ്ടും കൂടി ആഡ് ചെയ്താൽ നെറ്റ് ടൈം ടേക്കൺ കിട്ടും. അപ്പോൾ ടോട്ടൽ ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ എന്നാ ഇടാ വളരെ T1 + T2 എടുത്താൽ പോരെ. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കേസിലെ ഞാൻ ഇവിടുന്ന് ഒരു ആരെ ക്യാൻസൽ ചെയ്യാം, ഒരു 2 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇത് 2 ആയി. അപ്പോൾ ഫസ്റ്റ് ടൈമിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കിയേ, πm/BQ ഉണ്ട് അല്ലേ. ഫസ്റ്റ് ടൈമിനകത്ത് πm/BQ ഉണ്ട്. ഇവിടെയും ഉണ്ട് ഒരു πm/BQ. ഞാനത് കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ പിന്നെ ഉള്ളതൊരു 1/2 ഉണ്ട്. ഇപ്രാവശ്യത്താണെങ്കിൽ പിന്നെ എന്തുണ്ട്? ഇപ്രാവശ്യത്ത് 1/2 തന്നെയല്ലേ. ഇവിടെയും 1/2 ഉണ്ട്, അവിടെയും 1/2 ഉണ്ട് അല്ലേ. നോക്കിക്കാം, 1/2 കൂടെ വന്ന് 1 ആവും. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? πm/BQ എന്നാണ് ആൻസർ വന്നത്. അങ്ങനെ ഉണ്ടോ നോക്കിയേ, ഓപ്ഷൻ 2 കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ് വന്നത്. ശരിയാണോ? കിട്ടിയായിരുന്നോ? ഓക്കെ, സിമ്പിൾ അല്ലേ. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റിലേക്ക് പോയാലോ. നാലാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എടുക്കാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്യും കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുന്നു, നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യനാണ്, സിമ്പിൾ ക്വസ്റ്റ്യനാണ്. എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കറണ്ട് എലമെൻ്റ് എന്നേ ഉള്ളൂ കേട്ടോ. DL എന്നൊക്കെ നമ്മൾ പറയാറില്ല, NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം DL എന്ന് പറഞ്ഞൊരു ചെറിയ കറണ്ട് എലമെൻ്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതേ ഒരു കറണ്ട് എലമെൻറ്റിൻ്റെ ലെങ്ത് Δx I cap, അതായത് കറണ്ട് എലമെൻറ്റ് X ഡയറക്ഷനാണ്. പ്ലേസ്ഡ് അറ്റ് ദി ഒറിജിൻ, ഇതേ ഒറിജിനിലിരിക്കുന്നു കറണ്ട് എലമെൻറ്റ്. ക്യാരീസ് എ ലാർജ് കറണ്ട്, അതിനകത്തോട് കൊടുക്കുന്ന കറണ്ട് 10 ആമ്പിയർ കറണ്ടാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദി Y ആക്സിസ്. Y ആക്സിസിലെ ഒരു പോയിൻ്റാണ് P. അവിടെ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര ഡിസ്റ്റൻസ് അകലെ? 0.5 മീറ്റർ. എടാ ഈ 0.5 മീറ്റർ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നുള്ള ദൂരമാണെന്ന് അറിയാമോ? ഇതേ ഇവിടെ നിന്നുള്ള ദൂരം കേട്ടോ. 0.5 മീറ്റർ എന്ന് പറഞ്ഞാൽ 1/2 മീറ്റർ. അപ്പോൾ ഈ കറണ്ട് എലമെൻറ്റ് കാരണം ഇവിടെ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് എത്രയെന്നാണ് ചോദ്യം കേട്ടോ. കറണ്ട് എലമെൻറ്റ് കാരണം Y ആക്സിസിലെ ഈ പോയിന്റിലുണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോർമുല എന്താ? മാഗ്നറ്റിക് ഫീൽഡ് B = ഫോർമുല μ0. അത് പറഞ്ഞപ്പോൾ ഓർത്തേ, ഒരു ചെറിയ കറണ്ട് എലമെൻറ്റ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്താ? ചെറിയ കറണ്ട് എലമെൻറ്റ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? അതല്ലേ നമ്മൾ ബയോട്ട് സവാർഡിലേക്കകത്ത് പറയാം, μ0/4π × IDL sin θ / r² അല്ലേ. ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് ഈ μ0/4π എന്നാ പിള്ളേരെ, μ0/4π എന്ന് പറഞ്ഞാൽ 10⁻⁻7 അല്ലേ. 10⁻⁻7 കറണ്ടിൻ്റെ സ്ഥാനത്ത് എത്രയാണ്? കറണ്ടിൻ്റെ സ്ഥാനത്ത് 10. ഓക്കെ, പിന്നെ DL എന്ന് പറഞ്ഞാൽ ആ ചെറിയ എലമെൻറ്റിൻ്റെ ലെങ്താ. DL എന്ന് പറയുന്ന ചെറിയ എലമെൻറ്റിൻ്റെ ലെങ്ത് ഇത് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് 10⁻².
ഓക്കെ, സൈൻ തീറ്റ എന്ന് പറഞ്ഞാലേ ഇത് കറണ്ടിൻ്റെ ഡയറക്ഷൻ, കറണ്ട് എലമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇതാണ്. നമ്മുടെ പോയിന്റിലേക്കുള്ള വെക്ടർ ഇങ്ങോട്ടാണ് വരിക അല്ലേ. ഇവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ഈ കറണ്ട് എലമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് വരും. അതുപോലെ തന്നെ പൊസിഷൻ വെക്ടർ ഇങ്ങോട്ട് വരും. അതിനെ നമ്മൾ ആറെന്ന് പറയാം. ഈ ആറും കറണ്ട് എലമെൻറ്റും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് തീറ്റ എന്ന് പറയുക. ഇവിടെ തീറ്റ എത്രയാണ്? വളരെ 90 ഡിഗ്രിയാണ് അല്ലേ. തീറ്റ 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. എല്ലാ വാല്യൂം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദേ ആൻസറായി. അപ്പോൾ സൈൻ 90 1 വന്നു ബൈ ആർ സ്ക്വയർ. ആർ എത്രയായിരുന്നു? ഡിസ്റ്റൻസ് 0.5 അല്ലേ. 0.5 എന്ന് പറഞ്ഞാൽ 1/2 വരും അല്ലേ. 1/2നെ സ്ക്വയർ ചെയ്താൽ 1/4 എന്ന് വരും. അപ്പോൾ 4 മോളി വരും. പിന്നെ പോയിട്ടും വന്നിട്ടും എന്ത് മാത്രമേ ഉള്ളൂ? 4 × 10⁻². ഇത് 10⁻⁻9 വരും അല്ലേ. അപ്പോൾ പോയിട്ട് 10⁻⁻8 വരുമല്ലോ. 10⁻⁻8 എന്ന് വരും. ഓക്കെ, അങ്ങനെ ആൻസർ ഉണ്ടോ? ഉണ്ട്. ഇനി ഡയറക്ഷൻ കൂടെ കണ്ടുപിടിക്കണം. എടാ, സ്ട്രെയിറ്റ് വയർ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? സ്ട്രെയിറ്റ് വയർ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇത് കറണ്ടിൻ്റെ ഡയറക്ഷൻ തമ്പ് വെച്ചു അല്ലേ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പഠിച്ച ഓർമ്മയുണ്ടല്ലോ. കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തമ്പ് പിടിക്കുക. അപ്പോൾ കേൾഡ് ഫിംഗേഴ്സ് വിൽ ഗീവ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നല്ലേ പറയാം. കേൾഡ് ഫിംഗേഴ്സ് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നോക്കിക്കേ, തമ്പ് ഞാൻ ഇങ്ങനെ പിടിച്ചു. ഓക്കെ, കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പിടിച്ചു. അപ്പോൾ ഫിംഗേഴ്സ് ഇങ്ങനെ കറങ്ങിയാണ് വരിക. എന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിന്റ് ഏതാണോ ആ പോയിന്റിൽ എത്തുമ്പോൾ ടാൻജൻറ്റ് വരയ്ക്കണം എന്നാണ് പറയുക. നമ്മുടെ പോയിന്റ് ഇതാണ്. ടാൻജൻറ്റ് വരച്ചാൽ നേരെ പുറത്തേക്ക് വരും. പുറത്തേക്ക് എന്ന് പറയുമ്പം ഇത് എക്സ് ആക്സ്, ഇത് വൈ ആക്സ്. അപ്പോൾ പുറത്തേക്ക് എന്ന് പറയുമ്പം ഇസഡ് ആക്സസ് അല്ലേ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 4 × 10⁻⁻8 ആണ്. ഡയറക്ഷൻ ഏതാണ്? പ്ലസ് ഇസഡ് ആണ് വരിക അല്ലേ. പ്ലസ് ഇസഡ്, അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ. 4 × 10⁻⁻8 ടെസ്ല, ഡയറക്ഷൻ പ്ലസ് ഇസഡ്. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വന്നേക്കുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 3 ആണ്. ഓക്കെ, സെറ്റ് അല്ലേ എല്ലാവരും? ഓക്കെ ആണത് മനസ്സിലായോ? ഇനി ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോകണേ, സമയം കളയുന്നില്ല, നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റേഴ്സ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് എ വെലോസിറ്റി വെക്ടർ അറ്റ് ആൻ ആംഗിൾ 45 ഡിഗ്രി വിത്ത് മാഗ്നറ്റിക് ഫീൽഡ്. എടാ, ഇത് ഏത് പാത്താന്നൊക്കെ കേൾക്കുമ്പോഴേ മനസ്സിലാവുമല്ലോ. ചാർജ്ഡ് പാർട്ടിക്കിൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. എങ്ങനെ? വെലോസിറ്റി വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും കൂടി 45 ഡിഗ്രി മേക്ക് ചെയ്തുകൊണ്ട്. ഓക്കെ അല്ലേ. വെലോസിറ്റി വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും കൂടി 45 ഡിഗ്രി മേക്ക് ചെയ്തുകൊണ്ട്. വെലോസിറ്റി വെക്ടറും മാഗ്നറ്റിക് ഫീൽഡൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ആണെങ്കിൽ സർക്കുലർ പാത്ത്, ആംഗിൾ 0 ആണെങ്കിൽ സ്ട്രൈറ്റ് ലൈന്. ഇനി ആംഗിൾ 0യും അല്ല 90യും അല്ലെങ്കിൽ ഹെലിക്കൽ പാത്ത് എന്നല്ലേ നമ്മൾ പഠിക്കാറ്. അപ്പോൾ ഇത് ഹെലിക്കൽ പാത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ആംഗിൾ വന്നേക്കുന്നത് 45 ഡിഗ്രി. ഓക്കെ, 45 ഡിഗ്രി. ഇനി ദ പിച്ച് ഓഫ് ദി ഹെലിക്കൽ പാത്ത് ഫോളോഡ് ബൈ ദി പാർട്ടിക്കിൾ ഈസ് പി. പിച്ചൊക്കെ ഓർമ്മയുണ്ടല്ലോ. പിച്ചിൻ്റെ വാല്യൂ പി എന്ന് പറയും. റേഡിയസ് ഓഫ് ദി ഹെലിക്സ് വിൽ ബി. ഈ ഹെലിക്സിൻ്റെ റേഡിയസ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കൊന്ന് താർത്തേക്കാം. ഓക്കെ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനുമായിട്ട് എന്ത് മേക്ക് ചെയ്യണമെന്നാണ് പറയുക? 45 ഡിഗ്രി മേക്ക് ചെയ്യുക. ആര് 45 ഡിഗ്രി മേക്ക് ചെയ്യുക? വെലോസിറ്റി വെക്ടർ 45 ഡിഗ്രി മേക്ക് ചെയ്യുക. ഓക്കെ, അപ്പോഴാണ് നമ്മൾ എന്ത് കാണുക? ഒരു ഹെലിക്കൽ പാത്തിൽ ഇങ്ങനെ കറങ്ങി പോകുന്നതായിട്ട് കാണുക. സംഭവം ശരിയല്ലേ? ഈ പിച്ച് എന്ന് പറയുന്ന സാധനം എന്നാന്ന് ഓർമ്മയുണ്ടല്ലോ. പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ എത്രമാത്രം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുമോ അതിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുക. ശരിയല്ലേ? അപ്പോൾ എന്താണ് ലോജിക് എന്ന് ചോദിച്ചാൽ, ദേ ഇങ്ങനെ കറങ്ങാനായിട്ട് തുടങ്ങുക. ദേ ഇവിടുന്ന് കറങ്ങി തുടങ്ങുവാണ്. അപ്പോൾ ഇങ്ങനെ കറങ്ങി ദാണ്ടെ കുറച്ച് മുന്നോട്ട് വന്നു അല്ലേ. ഒരു സർക്കിൾ കഴിയുമ്പോഴത്തേക്കും ഇവിടെ എത്രയും ദൂരം മുന്നോട്ട് വന്നു. ഈ ഒരു സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഇവൻ കവർ ചെയ്ത ദൂരം എത്രയാണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പിച്ച് എന്ന് പറയുക. ശരിയല്ലേ? യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പിച്ചിൻ്റെ വാല്യൂ പി ആയിട്ട് എടുത്തോളാൻ അവർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കണം എന്താ? റേഡിയസ് ഓഫ് ദി ഹെലിക്സ് വിൽ ബി. എല്ലാത്തിൻ്റെയും ഫോർമുലയൊക്കെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ഹെലിക്കൽ പാത്തിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫോർമുല എന്നാണ് വളരെ. ഹെലിക്സിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു പെർപെൻഡിക്കുലർ വെലോസിറ്റി ബൈ ബി ക്യു എന്നാണ് പറയുക അല്ലേ. ഈ വെലോസിറ്റിയുടെ ഒരു കമ്പോണൻറ്റ് പെർപെൻഡിക്കുലർ ആണ്. ആ പെർപെൻഡിക്കുലർ വെലോസിറ്റി ആണ് എന്ത് ചെയ്യാൻ പറയുന്നത്? സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാൻ പറയുന്നത്. പക്ഷേ ഒരു വെലോസിറ്റി പാരലൽ വെലോസിറ്റി ആണല്ലേ. വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും പാരലൽ ആണെങ്കിൽ പാത്ത് സർക്കുലർ ആയിരിക്കില്ല, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഈ പാരലൽ വെലോസിറ്റി പാർട്ടിക്കിളിനോട് സ്ട്രെയിറ്റ് ലൈനിൽ പോകാൻ പറയുമ്പോൾ പെർപെൻഡിക്കുലർ വെലോസിറ്റി പാർട്ടിക്കിളിനോട് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാൻ പറയും. അപ്പോൾ ഈ സർക്കുലർ പാത്തിൻ്റെയും സ്ട്രെയിറ്റ് ലൈൻ പാത്തിൻ്റെയും കൂടി കോമ്പിനേഷനാണ് എന്തായിട്ട് മാറിയത്? ഹെലിക്കൽ പാത്തായിട്ട് മാറിയത്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഹെലിക്സിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫോർമുല എം ഇൻറ്റു പെർപെൻഡിക്കുലർ വെലോസിറ്റി ബൈ ബി ക്യു അല്ലേ. അതായത് എം ഇൻറ്റു പെർപെൻഡിക്കുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി സൈൻ 45 വരും, ഡിവൈഡഡ് ബൈ ബി ക്യു ആണല്ലേ. എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി ഹെലിക്സ് ഈസ് എം വി ബൈ
ബി ക്യൂ ഇൻറ്റു 1/√2 എന്നെടുക്കാം. ഇതാണ് റേഡിയസ് ഓഫ് ദി ഹെലിക്സിൻ്റെ ഫോർമുല. ഇനി പിച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് ഓർമ്മയുണ്ടോ നോക്കട്ടെ. പിച്ചിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ട്, അതായത് ഈ ഫീൽഡിന് പാരലായിട്ടുള്ള വെലോസിറ്റി, ദാറ്റ് മീൻസ് പാരലൽ വെലോസിറ്റി, പിന്നെ ഒരു തവണ കറങ്ങാൻ വേണ്ടി വന്ന സമയം, ഇവർ തമ്മിലുള്ള പ്രോഡക്റ്റ് അല്ലേ. ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ കാരണം പാരലൽ വെലോസിറ്റി ആണ്, അതിന് വേണ്ടി വന്ന സമയം എത്രയാ? സമയം ക്യാപിറ്റൽ ടി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പാരലൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്? വി കോസ് 45 ഇൻറ്റു ടൈം എത്ര വരും? ടൈം 2πm/bq, ഒരു തവണ കറങ്ങാൻ വേണ്ടി വരുന്ന സമയം, ദാറ്റ് ഈസ് ഈക്വൽ ടു 2πm/bq ഇൻറ്റു v/√2 എന്നെഴുതാം. ഇതിനെയാണ് നമ്മൾ പിച്ച് എന്ന് വിളിക്കേണ്ടത്, ശരിയല്ലേ? അപ്പോൾ നോക്കിയാൽ റേഡിയസിൻ്റെ ഫോർമുല എന്താ? mv/bq ഇൻറ്റു √2. ഇങ്ങോട്ട് വന്ന് നോക്കിക്കേ, അതേ സാധനം തന്നെ ഇവിടെ കിടപ്പില്ലേന്ന് കണ്ടോ? m ഇൻറ്റു v/bq ഇൻറ്റു √2. ഇത്രയും സാധനമല്ലേടാ പിള്ളേരെ റേഡിയസ്. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 2π ഇൻറ്റു റേഡിയസ് എന്ന് എഴുതാം. അപ്പോൾ റേഡിയസിനെ മാത്രം എങ്ങനെ എഴുതാം? p/2π എന്ന് എഴുതാം, ശരിയല്ലേ? p/2π ഉണ്ടല്ലോ. ഓപ്ഷൻ 3 അല്ലേ വരിക? ഓപ്ഷൻ 3 ആണല്ലോ. കിട്ടിയോ? ഓപ്ഷൻ 3 കിട്ടിയോ? ഓക്കെ ആണോ പിള്ളേരെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ആറാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 5 പാരലൽ ഇൻഫിനിറ്റ് വയേഴ്സ് ആർ പ്ലേസ്ഡ് അറ്റ് ദി വെർട്ടിസസ് ഓഫ് എ റെഗുലർ പെൻറ്റഗൺ. ഇതേ ഒരു റെഗുലർ പെൻറ്റഗൺ ആണ് കേട്ടോ. റെഗുലർ പെൻറ്റഗണിൻ്റെ വെർട്ടിസസിൽ കൂടി എന്ത് പാസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്? 5 പാരലൽ ആയിട്ടുള്ള ഇൻഫിനിറ്റ് ലോങ് ആയിട്ടുള്ള വയേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്. 4 വയേഴ്സ് ക്യാരി കറണ്ട് I0. അതിനകത്ത് 4 വയർ, ഇതിനകത്തൂടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. കറണ്ടിൻ്റെ വാല്യൂ I0. ഇതൊരു ഇൻഫിനിറ്റി ലോങ് വയറാണ്. ഇതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. കറണ്ട് എത്ര? I0. ഇതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. എത്ര? I0. ഇതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. എത്ര? I0. ഇതിനകത്തൂടെ മാത്രമുള്ള കറണ്ട് എത്ര? 3I0. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെൻറ്റർ ഈസ്, സെൻറ്ററിലെ റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡ് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എത്രയാണെന്ന് പറഞ്ഞേ? സെൻറ്ററിലെ റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഒരാൾ ഓപ്ഷൻ 3 പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണപ്രിയ ഓപ്ഷൻ 3 പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരെ എന്തൊക്കെയാണ് ആൻസർ പറഞ്ഞോ? ഇത് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് പരിചയം ഉണ്ടാവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ബട്ട് ഇതും ഭയങ്കര ട്രിക്കിയാണ് കേട്ടോ. ഒരുപാട് സ്റ്റെപ്പൊന്നുമില്ല സോൾവ് ചെയ്യാനായിട്ട്, പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാലേ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ലോങ് ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് വയർ ഉണ്ടെന്ന് എഴുതുക. ഒരു ലോങ് സ്ട്രേറ്റ് വയറിൽ കൂടി 5 ആംപിയർ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ, ആർ ദൂരം പെർപെൻഡിക്കുലർ ആയിട്ട് ആർ ഡിസ്റ്റൻസ് അകലെ ഫീൽഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് μ0I/2πr അല്ലേ? μ0I/2πr ആണ്. ഈ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യനായത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ, ഇവിടെയുള്ള ഈ പറയുന്ന ഈ 2I0യും കൂടെ മുറിച്ചട്ടെ. I0 + 2I0, 3I0യെ സ്പ്ലിറ്റ് ചെയ്ത് I0 + 2I0 എന്നാക്കുക. അപ്പോൾ ഈ 5 കോർണറിൽ കൂടിയും ആരിരിപ്പുണ്ട്? I0 കറണ്ട് ഇരിപ്പുണ്ട്. നിങ്ങളെല്ലാവരും ആലോചിക്കുക, എന്താ ആലോചിക്കേണ്ടതെന്ന് പറയട്ടെ. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന വയറുണ്ടെങ്കിൽ, കറണ്ട് ക്യാരി ചെയ്യുന്ന വയറിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെ എഴുതാമെന്നറിയോ? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ, ഇതാണ് കറണ്ട് എങ്കിൽ, ഇതാണ് നമ്മൾ ഒരു അകലമെങ്കിൽ, ഒരു സിമ്പിൾ ലോജിക് എന്ന് പറഞ്ഞാൽ ഈ കറണ്ടിൻ്റെ ഡയറക്ഷനും ഈ ആറിൻ്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും ഇവിടുത്തെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് നോക്കുവാണെങ്കിൽ കറണ്ട് മുകളിലോട്ടല്ലേ, ഫീൽഡ് ഇങ്ങനെ സർക്കുലർ ആയിട്ട് കറങ്ങി വരില്ല ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഫീൽഡ് മാർക്ക് ചെയ്യുവാണെങ്കിൽ ശരിക്കും ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് അകത്തേക്കാണ് പോവുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കറണ്ടിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണ്, അതുപോലെ ഈ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആണ്. അപ്പം ഐക്കും ആറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുക, ശരിയല്ലേ? ഓക്കെ, ഇത് മനസ്സിൽ വെച്ചുകൊണ്ടേ നമുക്ക് ആദ്യം ഈ I0 കാരണം ഉണ്ടാകുന്ന ഫീൽഡ് എങ്ങോട്ടാന്ന് നോക്കാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, റെഗുലർ പെൻറ്റഗൺ ആയതുകൊണ്ട് ഒരു ആംഗിൾ എന്ന് പറയുന്നത് 72 ഡിഗ്രി വരും, ശരിയല്ലേ? 360നെ നമ്മൾ എന്ത് ചെയ്യുക? 360നെ നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യുക. 360നെ 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ 72 അല്ലേ? അപ്പോൾ ഈ ആംഗിളുകളെല്ലാം 72 വരും അല്ലേ? ഈ ആംഗിളുകളൊക്കെ 72 വരും. അങ്ങനെയാണെങ്കിലേ നമ്മുടെ പോയിന്റ് എന്നാന്ന് വെച്ചാൽ, ഇവിടെ ഇങ്ങനെ ഒരു വലിയ കറണ്ട് ക്യാരി ചെയ്യുന്ന വയർ ഇരിപ്പുണ്ടേ. ഈ കറണ്ട് ക്യാരി ചെയ്യുന്ന വയറിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഈ എ. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അകലെ ഉണ്ടാകുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക്
ഈ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇതല്ലേ, ഇതാണ് ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഈ വയറിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ആ വയറിന് എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ആകുക നോക്കിക്കേ. കറണ്ട് ഇങ്ങനെ നേരെ പുറത്തേക്ക് പോവാണ്. തമ്പ് ഇങ്ങനെ പുറത്തേക്ക് വരും അല്ലേ, തമ്പ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഫീൽഡ് ഇങ്ങനെ കറങ്ങിയാടാ പോകണ്ടേ, ഫീൽഡ് ഇങ്ങനെ സർക്കുലർ പാത്തിൽ കറങ്ങിയാൽ പോകണ്ടേ അല്ലേ. ഫീൽഡ് സർക്കുലർ പാത്തിൽ കറങ്ങി പോകുമ്പം ഞാൻ ഇവിടെ വെച്ച് ടാൻജൻറ്റ് വരയ്ക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ആ വരയ്ക്കുന്ന ടാൻജൻറ്റ് ആർക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം, ഈ ആർ എന്ന് പറയുന്ന വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ആ പറഞ്ഞത് കത്തിയോ? അപ്പോൾ ഈ I0 എന്ന് പറയുന്ന കറണ്ട് കാരണം ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ B0 എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ I0 എന്ന് പറയുന്ന കറണ്ട് കാരണം ഇവിടെ ഉണ്ടായ ഫീൽഡാണിത്. അതേപോലെ തന്നെ ഈ I0 കാരണം ഉണ്ടാകുന്ന ഫീൽഡ് നമ്മൾ മാർക്ക് ചെയ്യുവാണെങ്കിൽ, ഈ I0 കാരണം ഉണ്ടാകുന്ന ഫീൽഡ് മാർക്ക് ചെയ്യുമ്പം അത് ഈ ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ വരും, അത് B0. ഓക്കെ. അതുപോലെ ഈ I0 എന്ന് പറയുന്ന കറണ്ട് കാരണം ഈ I0യുടെ എഴുതിയല്ലോ അല്ലേ, ഈ I0 എന്ന് പറയുന്ന കറണ്ട് കാരണം ഉണ്ടാകുന്ന ഫീൽഡ് മാർക്ക് ചെയ്യുമ്പം ആ ഫീൽഡ് എന്ത് ചെയ്യുമെന്നറിയാവോ, ആ ഫീൽഡ് ഈ ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് വരും. അതേപോലെ ഈ I0 കാരണം ഉണ്ടാകുന്ന കറണ്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പം ഈ ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങോട്ട് വരും. ഓക്കെ. അപ്പോൾ ഇവൻ B0 ആണ്. ഇനി ലാസ്റ്റ് ഇവിടെ ഒരു I0 ഇല്ലേ, കൂടാതെ ഒരു 2I0യും കൂടി ഇല്ലേ. ഈ I0 കാരണമുള്ള ഫീൽഡ് നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ I0 കാരണമുള്ള ഫീൽഡ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി എന്താ വരുന്നതെന്ന് പറയട്ടെ. ഫൈനലി നമ്മൾ സെൻറ്ററിൽ പോയി നോക്കുവാണെങ്കിൽ ഇങ്ങോട്ട് ഒരു B0 ഉണ്ടാവുകയെ, അടുത്ത B0 ഇങ്ങോട്ട് ഉണ്ടാവുകയെ. ഓക്കെ. അടുത്ത B0 ഇങ്ങോട്ട് വരും. ഓക്കെ. അങ്ങനെ 5 പേര് കാരണം B0 ഉണ്ടാവും. 5 പേര് കാരണം B0 ഉണ്ടാവും. ഇപ്പം ഞാൻ എത്ര വരച്ചു? 5 അല്ലേ. 5 പേര് കാരണം B0 ഉണ്ടാവും. ഈ 5 പേര് കാരണം ഉണ്ടാകുന്ന B0 തമ്മിലുള്ള ആംഗിൾ എത്ര വരും? 72 വരും. ഓരോ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ കാരണം സെൻറ്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഉറപ്പില്ലെന്ന് മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് സംശയം ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ഇതൊരു സിംഗിൾ സ്ട്രെയിറ്റ് വയർ എന്ന് കരുതുക. അവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം ഇത് നമ്മുടെ ആർ എന്ന് പറഞ്ഞാൽ A ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെയുള്ള ഫീൽഡ് എന്ന് പറഞ്ഞാൽ എടാ മക്കളെ ഇത്രയേ ഉള്ളൂ സംഭവം, ആ വയറിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതായത് ഇങ്ങനെയായിരിക്കും വരിക. ഇത് B0. ഇങ്ങനെ അവിടെയുള്ള എല്ലാ I0 കറണ്ട് കാരണമുള്ള ഫീൽഡ് നമ്മൾ വരച്ച് കഴിയുമ്പോഴേ എല്ലാ ഫീൽഡും തമ്മിൽ എത്ര എണ്ണം വരയ്ക്കണം? 5 എണ്ണം വരയ്ക്കണം. 5 എണ്ണം ഒരേ ആംഗിളിൽ വരും, ഒരേ അകലത്തിൽ വരും. ഷിഫ്റ്റ് ചെയ്ത് വരയ്ക്കുമ്പോൾ എല്ലാവരും തമ്മിലുള്ള ആംഗിൾ 72 വരും. അപ്പോൾ നമുക്ക് ഈ I0 കാരണം ഉണ്ടായ ഫീൽഡ് ആയതുകൊണ്ട് എങ്ങനെ എഴുതാം? ആ ഫീൽഡിനെ നമ്മൾ B0 എന്ന് വിളിച്ചില്ലേ, μ0 കറണ്ട് I0 ബൈ 2π ഇൻറ്റു ഡിസ്റ്റൻസായ ആറിന് പകരം A0. ഇതാണ് ഫീൽഡ്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, നമ്മൾ വെക്ടറിൻ്റെ ചാപ്റ്ററിലൊക്കെ പഠിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. എന്നാണെന്നറിയോ? വെക്ടറിൻ്റെ ചാപ്റ്ററിലൊക്കെ പഠിക്കുന്ന പോയിന്റ് ഏതാ? ഇഫ് ദർ ആർ n നമ്പർ ഓഫ് വെക്ടേഴ്സ് ഉണ്ടെന്ന് എഴുതുക. n നമ്പർ ഓഫ് വെക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും പരസ്പരം മേക്ക് ചെയ്യുന്ന തൊട്ടടുത്ത വെക്ടറുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 360/n ആണെന്ന് എഴുതുക. n നമ്പർ ഓഫ് വെക്ടേഴ്സ് ഉണ്ട്. വെറും വെക്ടേഴ്സ് ആയി പോരാ, എല്ലാവരുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. If there are n number of vectors having equal magnitude and they makes an angle 360/n with each other, അവർ പരസ്പരം എന്ന് വെച്ചാൽ തൊട്ടടുത്ത വെക്ടറുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 360/n ആണെങ്കിൽ എല്ലാത്തിൻ്റെയും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യം, n നമ്പർ ഓഫ് വെക്ടേഴ്സ് ഉണ്ട്, അവരുടെ മാഗ്നിറ്റ്യൂഡ് സെയിമുമാണ്, അവർ പരസ്പരം മേക്ക് ചെയ്യുന്ന ആംഗിൾ 360/n ആണെങ്കിൽ റിസൾട്ടൻ്റ് 0 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ എത്ര വെക്ടേഴ്സ് ഉണ്ട്? 5 വെക്ടറുകളുണ്ട്. പരസ്പരം മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 360/5 എടുക്കാം. അപ്പോൾ എത്ര വരും? 72 വരും. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഈ 5 I0യും കൂടി പ്രൊഡ്യൂസ് ചെയ്ത ഫീൽഡുകളുടെ ആ 5 പേരുടെയും കൂടി റിസൾട്ടൻ്റ് എത്രയായി മാറും? 5 പേരുടെയും കൂടി റിസൾട്ടൻ്റ് 0 ആയി മാറും. 5 പേരുടെയും കൂടി റിസൾട്ടൻ്റ് എത്രയായി മാറും? 0 ആയി മാറും. പിന്നെ ആരുടെ മാത്രമേ ഉണ്ടാവുള്ളൂ? പിന്നെ റിമൈനിങ് ആയിട്ട് അവിടെ ഉണ്ടാവുന്നത് ആരുടെ ഫീൽഡ് മാത്രമായിരിക്കും? റിമൈനിങ് ആയിട്ട് അവിടെ ഉണ്ടാവുന്നത് ഈ 2I0 കാരണം ഉണ്ടാകുന്ന ഫീൽഡ് മാത്രമാണ്. അപ്പോൾ 2I0 കാരണം എത്ര ഡിസ്റ്റൻസ് അകലെ? A ഡിസ്റ്റൻസ് അകലെ ഉണ്ടാകുന്ന ഫീൽഡ് പറഞ്ഞാൽ മതി. ദാറ്റ് ഈസ് μ0 ഇൻറ്റു 2I0 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു ഡിസ്റ്റൻസ് എത്ര? A. ഈ 2 ഈ 2 ക്യാൻസൽ ആയി പോയി. അപ്പോൾ എന്താണ് പിള്ളേരെ വന്നത്? μ0 I0/πa എന്ന് വരും അല്ലേ. μ0 I0/πa ഓപ്ഷൻ 3 എന്ന് വരും. സിമ്പിൾ സംഭവമായിരുന്നു കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവരും ഓക്കെ ആണെന്ന് കരുതുവാണ്. ഞാൻ പതിയെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. Charged particle enters a uniform magnetic field with a velocity vector at an angle 45 degree with the magnetic field.
ദ പിച്ച് ഓഫ് ദി ഹെലിക്കൽ, അയ്യോ ഇത് നമ്മൾ കണ്ട ക്വസ്റ്റൻ ആണല്ലോ, അതെ 5ഉം 6ഉം നമ്മൾ ചെയ്ത ക്വസ്റ്റൻ കേട്ടോ പിള്ളേരെ, വീണ്ടും അത് വന്നല്ലേ 5, അത് 5ഉം 6ഉം കഴിഞ്ഞായിരുന്നല്ലോ. എത്രാമത്തെ ക്വസ്റ്റൻ ആണ്? ഇനി നമുക്ക് 7ാമത്തെ ക്വസ്റ്റൻ അല്ലേ വേണ്ടത്, 6ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലേ അല്ലേ ക്വസ്റ്റ്യന് അല്ലേ, ക്വസ്റ്റ്യൻ നമുക്ക് നമ്പർ നോക്കിക്കാം, 6 ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലേ, ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ വേണ്ടത്. യെസ്, 7ാമത്തെ ക്വസ്റ്റ്യൻ മാറിപ്പോലെ കേട്ടോ. 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ വെക്ടർ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ആൻ ഇൻസ്റ്റന്റ് ആർ. എടാ ഇത് വെലോസിറ്റി വെക്ടർ, ഇത് ആക്സലറേഷൻ, അങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ. ഇതെല്ലാവർക്കും പെട്ടെന്ന് അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ. എന്താണ് അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞേ? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിളിന് ആക്സലറേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഈ ആക്സലറേഷൻ ഉണ്ടെങ്കിൽ ഫോഴ്സ് ഉണ്ട്. ഫോഴ്സിൻ്റെ ഫോർമുല Q × V × B അല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫോഴ്സും വെലോസിറ്റിയും എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ അല്ലേ. ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി, അതുപോലെ ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്, ശരിയല്ലേ. ഫോഴ്സും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഉറപ്പായിട്ടും ആക്സിലറേഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി എന്ന് പറയാം അല്ലേ. ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി ആണെങ്കിൽ ഉറപ്പല്ലേ ആക്സിലറേഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി. 2 വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കണം? 2 വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കണം? 2 വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? A.V ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 3i + 4j, 3i + 4j ഡോട്ട് 2i + xj, ശരിയല്ലേ, ഈക്വൽ ടു 0 എന്ന് വരും. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാൻ എല്ലാവർക്കും അറിയാലോ, 3 × 2 6 + 4x ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ. സോ 4x ഈസ് ഈക്വൽ ടു -6 എന്ന് വരും, x ഈസ് ഈക്വൽ ടു -3/2 എന്ന് വരും, -1.5. ഇത് ഭയങ്കര സിമ്പിളായിരുന്നു, ഓപ്ഷൻ 1 വരും. ഓക്കെ ശരിയല്ലേ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഏത് ക്വസ്റ്റ്യൻ? 9ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻ ഇലക്ട്രോൺ ഈസ് ട്രാവലിംഗ് ഇൻ ദി പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പോൾ ഒരു ഇലക്ട്രോണേ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ട്രാവൽ ചെയ്യാം. ശ്രദ്ധിച്ചോണേ, ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്നത് ഏത് ഡയറക്ഷനാണ്? പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ. പക്ഷേ ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ആരാണെന്നുള്ള കാര്യമാണ്, ഇലക്ട്രോൺ ആണ്, അതായത് നെഗറ്റീവ് ചാർജ് ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പം അത് നെഗറ്റീവ് ചാർജ് ആണെന്നുള്ള കാര്യം ഓർക്കണം. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ ദി നെഗറ്റീവ് വൈ ഡയറക്ഷൻ. അപ്പോൾ നെഗറ്റീവ് വൈ ഡയറക്ഷനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഒന്ന് പിടിച്ചേക്കാം. ഞാൻ ഇങ്ങോട്ടൊന്ന് എക്സ് ആക്സും വൈ ആക്സും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യും കേട്ടോ. എടാ ഇത് എക്സ് ആക്സ്, ഇത് വൈ ആക്സസ്. അപ്പോൾ നമുക്ക് യൂണിഫോം ആരെ എടുക്കണം? യൂണിഫോം ആയിട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. എങ്ങോട്ടാണ്? നെഗറ്റീവ് വൈ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കേട്ടോ. നെഗറ്റീവ് വൈ ഡയറക്ഷനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. പിന്നെ ഇലക്ട്രോൺ എങ്ങോട്ടാണ് പോകുന്നത്? ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്, അത് മറക്കല്. ഇലക്ട്രോണിന് പോസിറ്റീവ് എക്സ് ഡയറക്ഷനാണ് വെലോസിറ്റി ഉള്ളത്. ഇനി എന്താ സംഭവിച്ചതെന്ന് പറയാമേ. ഇഫ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് ആൻ അപ്രോപ്രിയേറ്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓൾസോ എക്സിസ്റ്റ് ഇൻ ദി റീജിയൻ. ഈ സ്ഥലത്തെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും അതുപോലെ തന്നെ വാല്യൂവും സ്യൂട്ടബിൾ ആണ്. എന്തിന് സ്യൂട്ടബിൾ ആണെന്ന് അറിയാവോ? എന്തിന് സ്യൂട്ടബിളാ? ദ ടോട്ടൽ ഫോഴ്സ് ഓൺ ദി ഇലക്ട്രോൺ വിൽ ബി 0. ടോട്ടൽ ഫോഴ്സ്, ഇലക്ട്രോണിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് 0 ആക്കാനായിട്ട് കറക്റ്റ് സ്യൂട്ടബിളാണ്. ആര്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും. അങ്ങനെയാണെങ്കിൽ അപ്രോപ്രിയേറ്റ് ഡയറക്ഷൻ ഫോർ ദി മാഗ്നറ്റിക് ഫീൽഡ്, അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് വരാവുന്ന കറക്റ്റ് ഡയറക്ഷൻ എന്താണ്? അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡും വേണം ചോദിക്കാം. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം ചോദിച്ചിരിക്കുന്നത് എന്താ? ഡയറക്ഷനാണ്. ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്ന് വെച്ചാൽ നെറ്റ് ഫോഴ്സ് 0 ആകുക എന്നുള്ള ഐഡിയയുമായിട്ട് ബന്ധപ്പെട്ട അല്ലേ. നെറ്റ് ഫോഴ്സ് 0 ആകുക എന്നുള്ള ഐഡിയയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇലക്ട്രോൺ ഓൾറെഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റൈറ്റിലേക്കാണ്. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് റൈറ്റിലേക്കാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാ? ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് ഡയറക്ഷനാണ്. അപ്പോഴേ ഒരു കാര്യം ഓർത്തോണേ, ഇലക്ട്രിക് ഫോഴ്സ് എങ്ങോട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യാം? ഇലക്ട്രിക് ഫോഴ്സിനെ ഞാൻ FE എന്ന് വിളിക്കുക. ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുമ്പം ഇലക്ട്രോൺ ആയതുകൊണ്ട് -E × E എന്നാണ് നമ്മൾ വാല്യൂ എഴുതുക അല്ലേ. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും ഇലക്ട്രിക് ഫോഴ്സ് കിട്ടുക. ഇലക്ട്രോൺ ആയതുകൊണ്ട് ഇലക്ട്രോണിന് കിട്ടുന്ന ഫോഴ്സ്, ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ട് വരും. അതായത് എങ്ങോട്ടാ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വൈ ഡയറക്ഷനിൽ അല്ലേ. അങ്ങനെയല്ലേ പറയുക? അങ്ങനെയല്ലേ പിള്ളേരെ പറയുക? പോസിറ്റീവ് വൈ ഡയറക്ഷനിലായിരിക്കണം അല്ലേ. പോസിറ്റീവ് വൈ ഡയറക്ഷനിലായിരിക്കണം. ആരുടെ ഡയറക്ഷൻ? ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ആർക്ക് കിട്ടിയ ഇലക്ട്രിക് ഫോഴ്സ്? നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോണിന് കിട്ടിയ ഇലക്ട്രിക് ഫോഴ്സ് അല്ലേ. ഇലക്ട്രോണിന് കിട്ടിയ ഇലക്ട്രിക് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? പോസിറ്റീവ് വൈ ഡയറക്ഷൻ ആയിരിക്കും.
അപ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഷുഡ് ബി അല്ലെ പോസിറ്റീവ് വൈ ഡയറക്ഷനാണ് ഇലക്ട്രിക് ഫോഴ്സ് എങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് നെഗറ്റീവ് വൈ ഡയറക്ഷനിൽ വന്നാൽ മാത്രമല്ലേ 0 ആകുള്ളൂ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം, എന്ത് പറയാം, മാഗ്നറ്റിക് ഫോഴ്സ് ഏത് ഡയറക്ഷൻ ആയിരിക്കണം, നെഗറ്റീവ് വൈ ഡയറക്ഷൻ ആയിരിക്കണം. മാഗ്നറ്റിക് ഫോഴ്സ് ഷുഡ് ബി along നെഗറ്റീവ് വൈ ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫോഴ്സ് ഷുഡ് ബി along നെഗറ്റീവ് വൈ ഡയറക്ഷൻ എന്ന് പറയാൻ പറ്റണം. ശരിയല്ലേ? മാഗ്നറ്റിക് ഫോഴ്സ് നെഗറ്റീവ് വൈ ഡയറക്ഷനിൽ ആയിരിക്കണം. സെറ്റല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കണം ഇലക്ട്രിക് ഫോഴ്സ് അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് വൈ ഡയറക്ഷനാണ്. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് എങ്ങോട്ടാണ്? പോസിറ്റീവ് വൈ ഡയറക്ഷനാണ്. അപ്പോൾ ആ ഫോഴ്സിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങോട്ടായിരിക്കണം? നെഗറ്റീവ് വൈ ഡയറക്ഷൻ ആയിരിക്കണം. ശരിയല്ലേ? ഇനി നമ്മൾ അടുത്തായിട്ട് എന്നാ പറയേണ്ടത്? അടുത്ത പറയേണ്ട കാര്യം മാഗ്നറ്റിക് ഫോഴ്സ് നെഗറ്റീവ് വൈ ഡയറക്ഷനിൽ വരണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കണം നോക്കിയാൽ മതി. ഒത്തിരി ഒന്നും ആലോചിക്കേണ്ട. മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഫോർമുല ഇരിക്കേ. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ Q × V × B അല്ലേ. ആദ്യം നോക്കി അങ്ങ് പറയാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. മാഗ്നറ്റിക് ഫോഴ്സ് ഏത് ഡയറക്ഷനിൽ? നെഗറ്റീവ് വൈ ഡയറക്ഷനിൽ. അപ്പോൾ നമുക്കിവിടെ എന്ത് കൊടുക്കാം? -j എന്ന് കൊടുക്കാം. മാഗ്നറ്റിക് ഫോഴ്സ് ഏത് ഡയറക്ഷനാണ്? നെഗറ്റീവ് വൈ ഡയറക്ഷനിൽ. അപ്പോൾ അത് കാണിക്കാൻ ഞാൻ -j കൊടുത്തു. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇലക്ട്രോണിന് എന്തുണ്ട്? -E ഉണ്ട്, ചാർജ് നെഗറ്റീവ് ആണ്. ഇനി വെലോസിറ്റി വെക്ടർ ഏത് ഡയറക്ഷനാണ്? i ആണ്. വെലോസിറ്റി വെക്ടർ ഏത് ഡയറക്ഷനാണ്? പോസിറ്റീവ് x ഡയറക്ഷൻ. അപ്പോൾ i ആണ്. അപ്പോൾ ഇവിടെ എന്ത് വന്നാലാണ് ഇവിടെ -j വരിക നോക്കിയാൽ മതി. ജെ വരണമെങ്കിൽ ഇവിടെ നമുക്ക് k ഇട്ട് നോക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, i ക്രോസ് k എന്താ? i ക്രോസ് k എന്താ നോക്കിക്കാം. i ക്രോസ് k എന്താ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ i, ഇവിടെ j, ഇവിടെ k അല്ലേ. നമ്മൾ i ക്രോസ് k എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കുക. i ക്രോസ് k എന്ന് പറഞ്ഞാൽ ആരാണ്? -j എന്ന് വരും അല്ലേ. i ക്രോസ് k എന്ന് പറഞ്ഞാൽ -j വരും അല്ലേ. ഞാൻ ആദ്യമേ തന്നെ ഇവിടുത്തെ മൈനസും ഇവിടെയുള്ള മൈനസോടെ കളഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എന്ത് വേണം? j ഈസ് ഈക്വൽ ടു i ക്രോസ്. ഇവിടെ ആര് വേണം? -k വേണം. -k വന്നാലേ നമുക്ക് ശരിയാവുള്ളൂ അല്ലേ. ഇവിടെ i ക്രോസ് k ആണ് വരുന്നതെങ്കിൽ എന്ത് വന്നതിനേയും i ക്രോസ് k ആണ് വരുന്നതെങ്കിൽ നമുക്ക് -j എന്ന് വന്നതിനേയും ഇവിടെയുള്ള മൈനസും ഇവിടെയുള്ള മൈനസും കൂടി, മൈനസ് എപ്പോഴും ഡയറക്ഷനെ കാണിക്കുന്നതായതുകൊണ്ട് മൈനസോടെ ക്യാൻസലായി പോയി. പിന്നെ എനിക്ക് എന്ത് വേണം? j വേണം. j വേണമെങ്കിൽ ഇവിടെ ഞാൻ എന്ത് ഇട്ട് കൊടുക്കാവുള്ളൂ? j വേണമെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ഇട്ട് കൊടുക്കാവുള്ളൂ? k ഇട്ട് കൊടുത്താൽ പോരാ, -k എന്നിട്ട് കൊടുക്കണം. -k, അപ്പം i ക്രോസ് -k ആണെങ്കിൽ സംഭവം സെറ്റാണ്. i ക്രോസ് -k ആണെങ്കിൽ നമുക്ക് എന്ത് വരും? j എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ഏത് ഡയറക്ഷനാണ് വളരെ? -k എന്ന് പറഞ്ഞാൽ അല്ലേ പോസിറ്റീവ് k ആണ്, പുറത്തേക്ക് വരും. -k വരുമ്പം അകത്തേക്ക് വരും. ഇൻറ്റു ദി പേജ് എന്ന് വരും. ഇൻറ്റു ദി പേജ്. ശരിയല്ലേ? ശരിയാണോ? ഓക്കെ ആണോ? ഇപ്പോൾ ഏതാ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 8 അല്ലേ. 8ൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണല്ലേ. സെറ്റല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. കോൺഫിഗറേഷൻ ഓഫ് സം കറണ്ട് ക്യാരിങ് വയർ ഈസ് ഷോൺ ഇൻ ഫിഗർ. ഏതോ ഒരു കറണ്ട് ക്യാരിങ് വയർ ആട്ടോ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓൾ സ്ട്രേറ്റ് വയേഴ്സ് ആർ വെരി ലോങ്. എല്ലാ സ്ട്രേറ്റ് വയറിനും ഭയങ്കര ലെങ്ത് ഉണ്ട്. ബോത്ത് AB ആൻഡ് CD ആർ ആർക്സ് ഓഫ് ദി സെയിം സർക്കിൾ. ഒരു സർക്കിളിൻ്റെ തന്നെ ആർക്കാണ്. ബോത്ത് സബ്ടെൻഡിങ് റൈറ്റ് ആംഗിൾസ് അറ്റ് ദി സെൻറ്റർ ഓ. എല്ലാവരും സെൻറ്ററിൽ, ഈ രണ്ട് ആർക്കും സെൻറ്ററിൽ റൈറ്റ് ആംഗിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെൻറ്റർ ഓ, സെൻറ്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഓക്കെ, ഇത് പെട്ടെന്ന് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. ഒന്ന് ട്രൈ ചെയ്തേ. ഇതധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, ഏതാ ഡയറക്ഷൻ വരിക നോക്കിക്കേ. ഇതിനകത്തുള്ള ട്രിക്ക് എന്നാന്ന് ചോദിച്ചാലേ, കറണ്ട് ഏത് ഡയറക്ഷനൊക്കെയാണ് പാസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെ ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു വയറുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള വയറുണ്ട്. ഈ വയറിൽ കൂടെ കറണ്ട് പാസ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയും ഒരു ഇൻഫിനിറ്റ്ലി ലോങ് വയറുണ്ട്, അതിലേയും കറണ്ട് പാസ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് വയറുണ്ട്, ഇതിലേ കറണ്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് വയറുണ്ട്, ഇതിലേയും കറണ്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ശരിയല്ലേ? പിന്നെ അടുത്ത ഇൻഫിനിറ്റ്ലി ലോങ് അടുത്ത ആർക്കാണ്. ഇൻഫിനിറ്റ്ലി ലോങ് വയർ അല്ല, ഒരു ആർക്കാണ്. ആർക്കിൽ കൂടി ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ആർക്കുണ്ട്, ഈ ആർക്കിൽ കൂടിയും കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്.
ഈ ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആണ്, ഈ ആർക്കും സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആണ് അല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ, സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സെയിം ആയതുകൊണ്ട് ആർക്കിൻ്റെ ലെങ്ത് സെയിം ആണല്ലേ. ഇവന്മാർ സെയിം കറണ്ട് കേട്ടോ പാസ് ചെയ്യുന്നത്, സെയിം കറണ്ട് അല്ലേ. ഇതിൽ കൂടി കറണ്ട് ഐ ആണ്, ഇതിൽ കൂടിയും കറണ്ട് ഐ ആണ്. ആർക്കിൻ്റെ കാര്യം നോക്കിക്കേ, ആർക്ക് കാരണമുള്ള ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് ഉപയോഗിക്കുക. ആർക്കിനും അതെ, സ്ട്രെയിറ്റ് വയറിനും അതെ. പക്ഷേ ആർക്കിന് ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താ, ആർക്കിന് യൂസ് ചെയ്യുമ്പം നമ്മുടെ കേൾഡ് ഫിംഗേഴ്സാണ് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ വെക്കേണ്ടത് അല്ലേ. ആർക്കിൻ്റെ കേസിൽ യൂസ് ചെയ്യുമ്പം പ്രത്യേകം ആലോചിക്കുക, കേൾഡ് ഫിംഗേഴ്സ് ആരുടെ ഡയറക്ഷനിൽ വെക്കണം, കേൾഡ് ഫിംഗേഴ്സ് ഷുഡ് ബി അലോങ് ദി ഡയറക്ഷൻ ഓഫ് ദി കറണ്ട്. കേൾഡ് ഫിംഗേഴ്സ് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ വെക്കണം. അപ്പോൾ തമ്പ് വിൽ ഗീവ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. എപ്പോൾ ആർക്കിൻ്റെയും സർക്കിളിൻ്റെയും കേസിൽ, ഓക്കെ അല്ലേ. ആർക്കിൻ്റെയും സർക്കിളിൻ്റെയും കേസിൽ നമ്മൾ മസ്റ്റായിട്ട് കീപ്പ് ചെയ്യേണ്ട കാര്യമാണ് കേൾഡ് ഫിംഗേഴ്സ് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ വെക്കുക, തമ്പ് വിൽ ഗീവ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മുകളിലത്തെ ആർക്ക് കാരണം ഉണ്ടാകുന്ന ഫീൽഡ് പുറത്തേക്ക് വരും, പക്ഷേ അതേ സമയത്ത് താഴത്തെ ആർക്ക് കാരണമുള്ള ഫീൽഡ് അകത്തേക്ക് വരും. അപ്പോൾ ഇവിടെയുള്ള ആർക്ക് കാരണമുള്ള ഫീൽഡ് പുറത്തേക്കും വരും, ഈ ആർക്ക് കാരണമുള്ള ഫീൽഡ് അകത്തേക്കും വരും. അപ്പോൾ അവർ പരസ്പരം എന്ത് ചെയ്യും, ക്യാൻസലായി പോകും അല്ലേ. അവർ പരസ്പരം ക്യാൻസലായി പോകും. അപ്പോൾ ഈ രണ്ട് ആർക്ക് കാരണമുള്ള ഫീൽഡ് ക്യാൻസലായി പോയി. പിന്നെ നിങ്ങൾ നോക്കിക്കോണേ, ഈ കറണ്ട് കാരണം, ഈ വയർ കാരണം ഉണ്ടാകുന്ന ഫീൽഡ് സീറോയാണ്, കാരണം ഇത് ആക്സിസിലുള്ള പോയിന്റാണ്. നേരത്തെ നമ്മളൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇവൻ കാരണം ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡ് സീറോയാണ്. അതുപോലെ ഇവൻ കാരണം ഉണ്ടാകുന്ന ഫീൽഡ് സീറോയാണ്, കാരണം എവിടെയാണ്, ആക്സിസിലുള്ള പോയിന്റാണ് അല്ലേ. ഈ കറണ്ട് കാരണം ആക്സിസിലുള്ള പോയിന്റാണിത്. അപ്പം ഇവൻ കാരണവും മാഗ്നറ്റിക് ഫീൽഡ് സീറോയാണ്, ഇവൻ കാരണവും മാഗ്നറ്റിക് ഫീൽഡ് സീറോയാണ്. പിന്നെ ഈ ആർക്ക് കാരണം ഉണ്ടാകുന്ന ഫീൽഡിനെ ഈ ആർക്ക് കാരണം ഉണ്ടാകുന്ന ഫീൽഡ് ക്യാൻസൽ ചെയ്യുകയും ചെയ്യും. പിന്നെ ആരാ ഉള്ളത്, ഈ എ ഡാഷ് എന്ന് പറയുന്ന വയറും ഉണ്ട്, ബി ഡാഷ് എന്ന് പറയുന്ന വയറും ഉണ്ട്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് മാത്രം ഉണ്ടാവും. അതിനെ നമുക്ക് വെക്ടർ സം എടുത്താൽ മതി. അതിനെ ഇവൻ്റെ ലെങ്ത് ഇൻഫിനിറ്റി ആണ്, പോയിന്റ് ഈസ് നിയർ 1 എൻഡ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇൻഫിനിറ്റ്ലി ലോങ് വയറാണ്, പക്ഷേ പോയിന്റ് ഈസ് നിയർ 1 എൻഡ്. ഇങ്ങനെയാണ് എഴുതുക, ഈ എൻഡ് ഇൻഫിനിറ്റിയിലേക്ക് പോകും, പക്ഷേ നമുക്ക് വേണ്ട പോയിന്റ് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു എൻഡിലുമാണെന്ന് എഴുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ, μ0 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു I/R. ഇതാണ് ഇൻഫിനിറ്റി ലോങ് വയറാണ്, പക്ഷേ പോയിന്റ് ഈസ് നിയർ 1 എൻഡ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല. ശരിയല്ലേ. അതേ സമയത്ത് ഇൻഫിനിറ്റി ലോങ് വയറാണ്, പക്ഷേ പോയിന്റ് നിയർ 1 എൻഡ് അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ μ0 I/2πR ആണ് യൂസ് ചെയ്യുക. ഇവിടെ പോയിന്റ് നിയർ 1 എൻഡ് ആയതുകൊണ്ട് μ0 by 4π ഇൻറ്റു I/R യൂസ് ചെയ്യാം. സംഭവം സെറ്റാണെന്ന് ഞാൻ കരുതുവാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുക നോക്കി. അങ്ങനെയാണെങ്കിൽ ഈ വയർ കാരണം ഉണ്ടാകുന്ന ഫീൽഡിനും അതേ വാല്യൂ ഉപയോഗിക്കണം, ഈ വയർ കാരണം ഉണ്ടാകുന്ന ഫീൽഡിനും അതേ വാല്യൂ ഉപയോഗിക്കണം. കാരണം രണ്ട് വയറിൻ്റെയും ലെങ്ത് ഇൻഫിനിറ്റി ആണ്, പക്ഷേ പോയിന്റ് നിയർ 1 എൻഡും ആണ്. ഇവിടം വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വയറിൽ നിന്ന് ഇവിടം വരെയുള്ള ദൂരം 6 ആണ്, രണ്ടാമത്തെ വയറിൽ നിന്നും അവിടെ വരെയുള്ള ദൂരം എന്ത് തന്നെയാണ്, 6 ആണ്. അപ്പോൾ ഈ ദൂരവും 6 ആണ്, ഈ ദൂരവും 6 ആണ്. അപ്പോൾ സെറ്റാണ്. ഇനി ഡയറക്ഷൻ നോക്കിയാൽ മതി. സ്ട്രെയിറ്റ് വയർ കാരണം ഉണ്ടാകുന്ന ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പിന്നെയും റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് യൂസ് ചെയ്യുക അല്ലേ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുമ്പം വയറിൻ്റെ കേസിൽ, സ്ട്രെയിറ്റ് വയറിൻ്റെ കേസിലുള്ള പ്രത്യേകത എന്നാ, തമ്പ് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പിടിക്കുക, തമ്പ് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പിടിക്കുക, കേൾഡ് ഫിംഗേഴ്സ് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുക. എവിടെയാണോ അവിടെ എത്തുമ്പം ജസ്റ്റ് ഒന്ന് ടാൻജൻറ്റ് വരയ്ക്കുക, അപ്പോൾ നെറ്റ് ഫീൽഡ് കിട്ടും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇതാണല്ലോ സ്ട്രെയിറ്റ് വയർ, സ്ട്രെയിറ്റ് വയറിൻ്റെ ഡയറക്ഷനിൽ തമ്പ് പിടിച്ചു. അപ്പോൾ കണ്ടോ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കറങ്ങിയാൽ വരിക കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കറങ്ങി വരും, നമ്മുടെ പോയിന്റ് ഇവിടെയാണ്, ഇവിടെ എത്തുമ്പോൾ ടാൻജൻറ്റ് വരച്ചാൽ നേരെ പുറത്തേക്ക് വരും. അപ്പോൾ എ ഡാഷ് കാരണം ഉണ്ടാകുന്ന ഫീൽഡ് പുറത്തേക്കാണ്. അതേ സമയത്ത് ബി ഡാഷ് കാരണം ഉണ്ടാകുന്ന ഫീൽഡ് നോക്കിയാലോ, ബി ഡാഷ് കാരണം ഉണ്ടാകുന്ന ഫീൽഡ് നോക്കാനായിട്ട് കറണ്ട് താഴത്തേക്കാണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വയ്ക്കുമ്പം ഇങ്ങനെ വരിക, നമ്മുടെ പോയിന്റ് ഇവിടെയാണ്, ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ പുറത്തേക്ക് വരും. അപ്പോൾ എ ഡാഷ് കാരണം ഉണ്ടാകുന്ന ഫീൽഡും ബി ഡാഷ് കാരണം ഉണ്ടാകുന്ന ഫീൽഡും ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആണ്, പുറത്തേക്കാണ് വരിക. അപ്പോൾ രണ്ടുപേരും ഒരേ ഡയറക്ഷനാണ്, നിങ്ങൾ വെറുതെ ആഡ് ചെയ്താൽ മതി. ശരിയല്ലേ. എ ഡാഷ് കാരണം ഉണ്ടായ ഫീൽഡും ബി ഡാഷ് കാരണം ഉണ്ടായ ഫീൽഡും എങ്ങനെയാണ്, ഒരേ ഡയറക്ഷനാണ്, പുറത്തേക്കാണ്. അപ്പോൾ നെറ്റ് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറയുമ്പം എന്ത് ചെയ്താൽ മതി, വെറുതെ ആഡ് ചെയ്താൽ മതി. പറഞ്ഞത് ക്ലിയർ അല്ലേ. ഇനി രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ സെയിമോ ആണ്. അപ്പം നെറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്ത ഫീൽഡിൻ്റെ ഇരട്ടി വരും രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം. അപ്പോൾ എന്നാ വരിക എന്ന് പറഞ്ഞ്, μ0 by 4π ഇൻറ്റു I/R ഇൻറ്റു ഈ ആറിൻ്റെ സ്ഥാനത്ത് നമുക്ക് ക്യാപിറ്റൽ R ആണെന്നേ ഉള്ളൂ കേട്ടോ, ഇൻറ്റു 2 വരും. ഈ 2 കൂടെ ക്യാൻസലായി പോവേ. അപ്പം μ0 I ഡിവൈഡഡ് ബൈ 2πR എന്ന് വരും. μ0 I ഡിവൈഡ് ബൈ 2πR അങ്ങനെ വല്ലതും ഉണ്ടോ, ഉണ്ടല്ലോ. μ0 I ഡിവൈഡ് ബൈ 2πR ഓപ്ഷൻ 3 ആണ് വരിക അല്ലേ. ഓപ്ഷൻ 3 അല്ലേ. യെസ്, ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. കണ്ടു കഴിഞ്ഞാൽ വലിയ ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ തോന്നും, പക്ഷേ ഭയങ്കര സിമ്പിൾ ആയിരുന്നു അല്ലേ. ആർക്ക് കാരണം ഉണ്ടാകുന്ന ഫീൽഡ് 0 ആയിപ്പോയി,
പിന്നെ ഈ സ്ട്രേറ്റ് വയറും കാരണമുള്ള ഫീൽഡ് 0 ആയിപ്പോയി. പിന്നെ റിമൈനിങ് ആയിട്ട് എ ഡാഷ് കാരണവും ബി ഡാഷ് കാരണവും ഉള്ള ഫീൽഡ് മാത്രമേ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ശരിയല്ലേ? ഓക്കെ, ഇനി അടുത്ത ഐഡിയയിലേക്ക് പോവാം. അടുത്ത എത്രാമത്തെ ക്വസ്റ്റനാ? യെസ്, അടുത്തത് 10ാമത്തെ ക്വസ്റ്റനാണ്. ഓക്കെ, നമ്മൾ ഡൈപോൾ എന്നുള്ള ഐഡിയയെ ബേസ് ചെയ്തിട്ടുള്ള, അതുപോലെ ടോർക്ക് എന്നുള്ള ഐഡിയയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ഒന്നും എടുത്തിട്ടില്ല ഞാൻ. അപ്പോൾ അതിൽ നിന്നും കൂടെ ഞാനൊരു ക്വസ്റ്റൻ എടുത്തേക്കുന്നതാണ് കേട്ടോ. ഓക്കെ, എല്ലാവരും ഒന്ന് ക്വസ്റ്റ്യൻ നോക്കിക്കേ. പരിചയമുള്ള ക്വസ്റ്റൻ ആണോ? കണ്ടുപരിചയം ഉണ്ടോ നോക്കിയേ. എ കറണ്ട് ക്യാപിറ്റൽ ഐ ഫ്ലോസ് ത്രൂ എ തിൻ വയർ ആ ഷോൺ ഇൻ ഫിഗർ. ഒരു തിൻ വയറിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡയറക്ഷൻ കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഡയറക്ഷൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വരയ്ക്കാം. ഇത് ഇങ്ങനെയാണ് ഡയറക്ഷൻ വരിക. ഇങ്ങനെയാണ് ഡയറക്ഷൻ വരിക. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഷേപ്പുള്ള വയറിൽ കൂടിയാണ് കറണ്ട് പാസ് ചെയ്യുക. ഇഫ് ദെയർ എക്സിസ്റ്റ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ബി. അപ്പോൾ അവിടെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിൻ്റെ വാല്യൂ ബി ആണെന്ന് എഴുതുക. അതെങ്ങനെയാണെന്നറിയോ? സെയിം പ്ലെയിൻ ഓഫ് ദി വയർ, പ്ലെയിനിൻ്റെ അതേ അതായത് ആ വയറിൻ്റെ അതേ പ്ലെയിനിൽ തന്നെയാണ്, വയറിൻ്റെ അതേ പ്ലെയിനിൽ തന്നെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ? ഇങ്ങനെ ആലോചിച്ചോ, ഇങ്ങനെയാണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതെന്ന് എഴുതിക്കോ. അപ്പം പ്രത്യേകിച്ചൊന്നും പറയാത്തതുകൊണ്ട് യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഇവിടെ യൂണിഫോം ആയിട്ടുള്ള ബി എന്ന് പറയുന്നൊരു ഫീൽഡ് ഇങ്ങനെയുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടോർക്ക് ആക്ടിങ് ഓൺ ദി കോയിൽ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം കറണ്ട് ക്യാരി ചെയ്യുന്ന വയർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? കറണ്ട് ക്യാരി ചെയ്യുന്ന വയറിനെ നമ്മൾ ഡൈപോൾ എന്നാണ് പറയുക, അല്ലേ? കറണ്ട് ക്യാരി ചെയ്യുന്ന വയറിനെ നമ്മൾ ഡൈപോൾ എന്നാണ് പറയുക. അപ്പോൾ ഡൈപോൾ ആണെങ്കിൽ അവിടെ എന്തുണ്ട്? ടോർക്ക് ഉണ്ട്. കറണ്ട് ക്യാരി ചെയ്യുന്ന വയർ ഡൈപോൾ ആണ്. ഡൈപോൾ ആണെങ്കിൽ ടോർക്ക് ഉണ്ട്. ടോർക്കിൻ്റെ ഫോർമുല ഓർമ്മയുണ്ടേ പറഞ്ഞേ. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എം ക്രോസ് ബി. ഇതല്ലേ നമ്മുടെ എക്സ്പ്രഷൻ വരിക? ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എം ക്രോസ് ബി. ശരിയല്ലേ? ടോർക്കിൻ്റെ ഫോർമുല എം ക്രോസ് ബി ആണ് വരിക. ഓക്കെ, എം എന്ന് പറഞ്ഞ അതായത് ടോ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ബി ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയാം. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തതേ, ഈ ഡൈപോൾ മൊമെൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കറണ്ട് ക്യാരി ചെയ്യുന്ന ക്ലോസ്ഡ് ലൂപ്പുകളൊക്കെ ഡൈപോളായിട്ട് മാറും എന്ന് പറഞ്ഞത് ശരിയാണ്. ഈ ഡൈപോൾ മൊമെൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡൈപോൾ മൊമെൻ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എം ഈസ് ഈക്വൽ ടു എൻ ഐ എ. ഇതല്ലേ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഫോർമുല? എം ഈസ് ഈക്വൽ ടു എൻ ഐ എ. ഇതാണ് നമ്മൾ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഫോർമുലയായിട്ട് പറയുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഫോർമുല എൻ ഐ എ ആണെങ്കിൽ ഓക്കെ, അതിനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏരിയ കണ്ടുപിടിച്ചാൽ മതി. നമ്പർ ഓഫ് ടേൺസ് പ്രത്യേകിച്ചൊന്നും പറയാത്തതുകൊണ്ട് നമ്പർ ഓഫ് ടേൺസ് എൻ ആണ് കേട്ടോ. സോറി, എൻ അല്ല, 1 ആണ് കേട്ടോ. നമ്പർ ഓഫ് ടേൺസ് 1 ആണ്. കറണ്ട് ഐ ആണ്. ഏരിയ നമ്മളൊന്ന് കണ്ടുപിടിക്കണം. ഏരിയ എത്രയാണെന്ന് പറയേ? ഓക്കെ, ഇതിനകത്ത് വരുന്ന ഈ ഏരിയ എടുത്താൽ മതി. ഇപ്പം ഞാൻ വേണമെങ്കിൽ കറക്റ്റ് അതിനകത്ത് വരുന്ന ഏരിയ നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടി ഒന്ന് ഷെയ്ഡ് ചെയ്ത് കാണിച്ചാലോ? ഇതൊരു ഏരിയ, ഇതൊരു ഏരിയ, ഇതൊരു ഏരിയ, ഇതൊരു ഏരിയ, ഇത്രയും ഏരിയ ആണ് ഇതിനകത്ത് വരിക. ഈ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? ഓക്കെ, ഇതൊരു സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ ഏരിയ 2a ഹോൾ സ്ക്വയർ വരും അല്ലേ? ഇതൊരു സ്ക്വയർ ആണ്. അപ്പോൾ ഈ രണ്ട് സ്ക്വയറിൻ്റെയും കൂടെ ഏരിയ വരുമ്പോൾ എത്ര വരിക? ഇവൻ്റെ ഏരിയ മാത്രം എടുക്കുവാണെങ്കിൽ നോക്കിക്കോ, ഇവൻ്റെ ഏരിയ മാത്രം എടുക്കുവാണെങ്കിൽ 4a സ്ക്വയർ വരും അല്ലേ? ഇവൻ്റെ ഏരിയ മാത്രം എടുക്കുവാണെങ്കിൽ അഗെയിൻ 4a സ്ക്വയർ വരും അല്ലേ? പിന്നെ നോക്കിയാൽ ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ട്, ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പം ഈ 90 ഡിഗ്രി കൂടെ വരുമ്പോൾ 180 ആവും. അതായത് ഒരു സർക്കിളിൻ്റെ പകുതി ആവും അല്ലേ? ഇത്രയും പോർഷൻ്റെ ലെങ്ത് എ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയയുടെ പകുതിയും കൂടെ വരും. സർക്കിളിൻ്റെ ഏരിയയുടെ പകുതിയും കൂടെ വരും. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ 4a സ്ക്വയറും ഈ 4a സ്ക്വയറും കൂടെ വന്ന് 8a സ്ക്വയർ വരും. പിന്നെ സർക്കിളിൻ്റെ ഏരിയയുടെ പകുതി, സർക്കിളിൻ്റെ ഏരിയ πa സ്ക്വയർ അല്ലേ? അതിൻ്റെ പകുതി 2 കൂടെ വരും. ഇത്രയാണ് മൊത്തം ഏരിയ എന്ന് പറയാം. ഇനി നമ്മൾ ഈ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എം കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, ബി തന്നിട്ടുണ്ട്. ഇനി തീറ്റ കണ്ടുപിടിക്കണം. അതിന് ഡൈപോൾ മൊമെൻറ്റും ഫീൽഡിലൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഡൈപോൾ മൊമെൻറ്റും ഫീൽഡിലൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഡൈപോൾ മൊമെൻറ്റും ഫീൽഡിലൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഫീൽഡ് ഇങ്ങനെയല്ലേ പാസ് ചെയ്ത് പോവുക? ഓക്കെ, ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷൻ അറിയാമെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് കണ്ടുപിടിക്കാം. കറണ്ടിൻ്റെ ഡയറക്ഷൻ അറിയാമെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചാണ് ക്യാപിറ്റൽ എം ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. ശരിയല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ കേൾഡ് ഫിംഗേഴ്സ് പിടിക്കുക. കേൾഡ് ഫിംഗേഴ്സിനെ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പിടിക്കുക. ദെൻ തമ്പ് വിൽ ഗീവ് ദി ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നേക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരിക. അപ്പോൾ തമ്പ് പുറത്തേക്ക് വരും. തമ്പ് പുറത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ ഓർത്തോണം, ഡൈപോൾ മൊമെൻറ്റ് ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആണ് അല്ലേ? ഡൈപോൾ മൊമെൻറ്റ് ഔട്ട് ഓഫ് പ്ലെയിൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പറയാലോ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, ഡൈപോൾ മൊമെൻറ്റ് പുറത്തേക്കാണ്. അപ്പോൾ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് എത്രയായി? ആംഗിൾ തീറ്റ 90 ഡിഗ്രി ആയി അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? റൈറ്റിലേക്കാണ്. ഡൈപോൾ മൊമെൻറ്റ് പുറത്തേക്കാണ്. അപ്പോൾ ആംഗിൾ എത്രയായി? ആംഗിൾ 90 ഡിഗ്രി ആയി. അപ്പോൾ സൈൻ 90 എന്ന് പറയുന്നത് 1 വരുമല്ലോ. അങ്ങനെയാണ് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ബി എന്ന് വരും അല്ലേ? എമ്മിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതണം എന്നാണ് പറഞ്ഞത്?
N1 ആണ്. അപ്പോൾ I ഇൻറ്റു ഏരിയ ഇൻറ്റു ബി എന്ന് എഴുതാം അല്ലേ. ഇതിനകത്ത് ഏരിയ മാത്രം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഏരിയ നമുക്കിവിടെ കിട്ടിയായിരുന്നല്ലോ. ഏരിയ എത്ര? 8a² പ്ലസ് പൈ a²/2 എന്ന് വരും അല്ലേ. ഇതാണ് നമുക്ക് ടോർക്കിൻ്റെ ഫോർമുലയായിട്ട് കിട്ടുക. അങ്ങനെ ഓപ്ഷൻ നോക്കിയേ, പൈ a²/2 ഇൻറ്റു 8a² ഇൻറ്റു I ഇൻറ്റു ബി. അതായത് ആൻസർ വന്നത് ഓപ്ഷൻ 1 ആണ്. ശരിയല്ലേ? ഓപ്ഷൻ 1 എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയാലോ. ഏത് ക്വസ്റ്റ്യനാണ്? ക്വസ്റ്റ്യൻ നമ്പർ 11. 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോലെ ഫിഗർ ഷോസ്. അപ്പോൾ ഇതേ നമ്മളെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ആദ്യം ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഏത് ചാപ്റ്ററിലേക്ക് പോകാം? മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൻ്റെ ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, പിന്നെ അത് പറഞ്ഞതാണ് ഫിഗർ ഷോസ് എ സ്മോൾ മാഗ്നറ്റൈസ്ഡ് നീഡിൽ. ഒരു ചെറിയ മാഗ്നറ്റൈസ്ഡ് നീഡിൽ ഉണ്ടെന്നാണ് പറയാം. എ പ്ലേസ്ഡ് അറ്റ് എ പോയിന്റ് ഒ. അപ്പോൾ ചെറിയൊരു മാഗ്നറ്റൈസ്ഡ് നീഡിലുണ്ട്, അതെവിടെ വെച്ചിരിക്കുന്നു? എ എന്ന് പറയുന്ന പോയിന്റ് വെച്ചിരിക്കുന്നു. ഫിഗർ ഷോസ് എ സ്മോൾ മാഗ്നറ്റൈസ്ഡ് നീഡിൽ എ പ്ലേസ്ഡ് അറ്റ് എ പോയിന്റ് ഒ. ഒ എന്ന് പറയുന്ന പോയിന്റിലാണ് മാഗ്നറ്റൈസ്ഡ് നീഡിൽ വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട് എന്ന് മാത്രം കരുതിയാൽ മതി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ഫിഗർ ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, കൺഫ്യൂഷൻ ആവണ്ട. ഞാൻ ഇങ്ങോട്ട് വേറൊരു ഫിഗർ വരയ്ക്കാം. എടാ, ഇതൊരു ചുമ്മാ ഒരു സർക്കിള്. ഈ സർക്കിളിൻ്റെ സെൻറ്ററിലേ എന്ത് വെച്ചിരിക്കുന്നു? സർക്കിളിൻ്റെ സെൻറ്ററിൽ ഞാനൊരു ഡൈപോൾ വെച്ചിരിക്കുക. എന്ത് വെച്ചിട്ടുണ്ട്? സർക്കിളിൻ്റെ സെൻറ്ററിൽ ഒരു ഡൈപോൾ വെച്ചിട്ടുണ്ട്. ഈ ആരോ മാർക്ക് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറയേ? ഈ ആരോ മാർക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനെയാണ്. ആരോ മാർക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു മാഗ്നറ്റിനെ നമ്മൾ എ എന്ന് വിളിക്കുക. ഇവനെ ഇങ്ങനെ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. ഇവനെ ഞാനിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്നാന്ന് വെച്ചാൽ വേറൊരു മാഗ്നറ്റ് കൂടി ഉണ്ട്. ഇവിടെ മൊത്തം 2 മാഗ്നറ്റ് ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ മാഗ്നറ്റ് എ, രണ്ടാമത്തെ മാഗ്നറ്റ് ബി. ഈ ബി എന്ന് പറയുന്ന മാഗ്നറ്റിനെ ഞാൻ 1, 2, 3, 4, 5, 6 ഇങ്ങനെ 6 ഡിഫറെൻറ്റ് പൊസിഷനിൽ മാറ്റി മാറ്റി വെക്കാൻ പോവാം. എ എന്ന് പറയുന്ന മാഗ്നറ്റിനെ സെൻറ്ററിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പോൾ എ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നറിയോ? എ ചുറ്റും ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. എ എന്ന് പറയുന്ന മാഗ്നറ്റ് അതിന് ചുറ്റും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ എ എന്ന് പറയുന്ന മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി ആരെ വെക്കണം? ബി എന്ന് പറയുന്ന മാഗ്നറ്റിനെ മാറി മാറി വെക്കണം. എത്ര സ്ഥലത്ത് മാറി മാറി വെക്കണം എന്നാണ് പറയുന്നത്? 6 സ്ഥലത്ത് മാറി മാറി വെക്കണം. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇത് നമ്മൾ നല്ലൊരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ എന്ന് പറയുന്ന മാഗ്നറ്റ് ഇവിടെ ഇരിക്കുന്നു. എ എന്ന് പറയുന്ന മാഗ്നറ്റിനെ നമ്മൾ 6 ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ മാറി മാറി വെക്കുക. ഓക്കെ, 6 ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ മാറി മാറി വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുക. 1 ദേ ഇവിടെ വെച്ചു B1, 2 B2 ഇവിടെ വെച്ചു, B3, B4, B5, B6. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം? ഈ കാണിച്ചേക്കുന്ന ആരോ മാർക്കുകളൊക്കെ ഈ രണ്ടാമത് വെക്കുന്ന മാഗ്നറ്റിൻ്റെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഞാനത് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനായിട്ട് മാർക്ക് ചെയ്യണേ. ഇവിടെ നമ്മൾ വെച്ചു B1. ഓക്കെ, പിന്നെ ഇവിടെ വെച്ചു B2, ഇവിടെ വെച്ചു B3. ഓക്കെ, ഇവിടെ വെച്ചു B4, ഇവിടെ വെച്ചേക്കുന്നത് എന്താണ്? B5, ഇവിടെ വെച്ചേക്കുന്നത് എന്താണ്? B6. ഈ കാണിച്ചേക്കുന്ന ഓരോന്നും എന്തിൻ്റെ ഡയറക്ഷൻ എന്നറിയോ? ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ആട്ടോ അല്ലേ. ഈ 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്ന ഓക്കെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനാണ്. ആരുടെ ഡയറക്ഷനാണ്? ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനാണ്. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയട്ടെ. കണ്ടുപിടിക്കേണ്ടത് വിച്ച് കോൺഫിഗറേഷൻ കറസ്പോണ്ട്സ് ടു ഹയസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി എമംഗ് ദി ഓൾ ദി കോൺഫിഗറേഷൻസ്. ഒരു ഡൈപോള് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പം പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഡൈപോള് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? -m × b × cos θ. ഇതാണ് നമ്മുടെ ഫോർമുല അല്ലേ? -m × b × cos θ. ഇതാണല്ലോ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അത് തീറ്റ കണ്ടുപിടിച്ചാൽ സംഭവങ്ങളൊക്കെ സെറ്റാണ്. ഓക്കെ, തീറ്റ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡും അവിടെ ഇരിക്കുന്ന ഡൈപോൾ മൊമെൻറ്റൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ അല്ലേ തീറ്റ എന്ന് പറയുക. അവിടെ പ്രസൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡും അവിടെയുള്ള ഡൈപോൾ മൊമെൻറ്റൂടെ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുക. ഇവിടെ ആ ആംഗിൾ എത്രയാണ് നമുക്ക് നോക്കണമെങ്കിൽ ആദ്യം ഈ 6 സ്ഥലത്തും നടുക്കിരിക്കുന്ന മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. നടുക്കൊരു മാഗ്നറ്റ് ഇരിപ്പുണ്ടല്ലോ, ആ മാഗ്നറ്റ് ചുറ്റും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫീൽഡിൽ കൊണ്ടുപോയിട്ടാണ്
നമ്മളിങ്ങനെ 6 മാഗ്നറ്റുകൾ മാറി 6 മാഗ്നറ്റ് അല്ല, ഒരു മാഗ്നറ്റ് 6 തവണ മാറി മാറി വെച്ചത്. അപ്പോൾ അവിടെ എല്ലാം ഓൾറെഡി എന്തുണ്ട്? ഫീൽഡുണ്ട്. ആര് പ്രൊഡ്യൂസ് ചെയ്ത ഫീൽഡുണ്ട്? എ എന്ന് പറയുന്ന മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഫീൽഡുണ്ട്. അപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നോട്ടെ, എ എന്ന് പറയുന്ന മാഗ്നറ്റ് കാരണം ഇവിടെ ഉണ്ടായ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. എ എന്ന് പറയുന്ന മാഗ്നറ്റ് കാരണം ഉണ്ടായ ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ പറയുമ്പം ഓർക്കുക, ഈ എ എന്ന് പറയുന്ന മാഗ്നറ്റിനെ സംബന്ധിച്ച് ഈ പോയിന്റും ആക്സിയൽ പോയിന്റാണ്. ആക്സിയൽ പോയിന്റ് ആയതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഫീൽഡ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ സെയിം ഡയറക്ഷൻ ആയിരിക്കും. ഇപ്പം ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്നതുണ്ടല്ലോ, എ എന്ന് പറയുന്ന മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഫീൽഡാണ്. അതുകൊണ്ട് ഞാൻ അതിനെ ബി എ എന്ന് വിളിക്കണം. ഇപ്പം ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് എന്താണ്? എ എന്ന് പറയുന്ന മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഫീൽഡാണ്. എ എന്ന് പറയുന്ന മാഗ്നറ്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഫീൽഡിനെ ബി എ എന്നും, എ എന്ന് പറയുന്ന മാഗ്നറ്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഫീൽഡിനെ ബി എന്നും വീണ്ടും കാണിക്കുന്നു. ഇനി ഇവിടെ വരുമ്പം ഈ 4 പോയിന്റും ഈ മാഗ്നറ്റിനെ സംബന്ധിച്ച് ഇക്വറ്റോറിയൽ പോയിന്റ്സ് ആണ് അല്ലേ. ഈ നടുക്കിരിക്കുന്ന മാഗ്നറ്റിനെ സംബന്ധിച്ച് ഈ ലൈൻ തന്നെ ഇക്വറ്റോറിയൽ ലൈനാണ്. നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യമല്ലേ, ഇക്വറ്റോറിയൽ പോയിന്റിൽ ഉണ്ടാകുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷന് പകുതിയാണ്. ശരിയല്ലേ? ഇക്വറ്റോറിയൽ പോയിന്റിൽ ഉണ്ടാകുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? ഇക്വറ്റോറിയൽ പോയിന്റിൽ ഉണ്ടാകുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ആർക്ക് പകുതിയാണ്? ഡൈപോൾ മൊമെൻറ്റ്. പകുതിയല്ല, ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. പകുതിയുടെ കാര്യം പറയാവേ, അത് ആക്സിയൽ ഫീൽഡിൻ്റെ പകുതിയാണ്. അത് ഞാൻ പെട്ടെന്ന് അറിയാതെ ഇങ്ങനെ കയറി വന്നതാണ്. ഡയറക്ഷൻ പറയുമ്പോൾ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ്. ഡൈപോൾ മൊമെൻറ്റ് അങ്ങോട്ടല്ലേ, അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കൂടെ നോക്കി. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇത് ഇവിടെ താഴത്തേക്കായിരിക്കും, ഇവിടെയും താഴത്തേക്കായിരിക്കും. ഡൈപോൾ മൊമെൻറ്റ് ഓപ്പോസിറ്റ് ഇവിടെയൊക്കെ താഴത്തേക്കായിരിക്കും അല്ലേ. ഈ മഞ്ഞ കളർ വെച്ച് ഞാൻ വരച്ചതൊക്കെ എ എന്ന് പറയുന്ന മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഫീൽഡാണ്. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ അതിന് മാർക്ക് ചെയ്തോ, ബി എ പ്രൊഡ്യൂസ് ചെയ്ത ഫീൽഡ്, ഇതും എ പ്രൊഡ്യൂസ് ചെയ്ത ഫീൽഡ്, ഇതും എ പ്രൊഡ്യൂസ് ചെയ്ത ഫീൽഡ്, ഇതും എ പ്രൊഡ്യൂസ് ചെയ്ത ഫീൽഡ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എപ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി ഹയസ്റ്റ് വരിക? പൊട്ടൻഷ്യൽ എനർജി ഹയസ്റ്റ് വരണമെങ്കിലേ ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ 180 വരണം. തീറ്റ 180 ആണെങ്കിൽ കോസ് 180 -1 വന്ന് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവും. അപ്പോൾ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ M×B അല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം വരണമെങ്കിൽ ഓർത്തിരിക്കുക, തീറ്റ എത്രയായിരിക്കണം? പൊട്ടൻഷ്യൽ എനർജി മാക്സിമം വരണമെങ്കിൽ തീറ്റ 180 ആയിരിക്കണം. മറക്കാതെ ഓർത്തിരിക്കുക. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി 180 വരണമെങ്കിൽ, പൊട്ടൻഷ്യൽ എനർജി അല്ല, തീറ്റ 180 വരണമെങ്കിൽ, അതായത് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം വരണമെങ്കിൽ തീറ്റ 180 ആയിരിക്കണം. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെ തീറ്റ 180 വരുന്ന കേസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തീറ്റ എന്ന് പറയുമ്പോൾ എമ്മും ബിയും കൂടെയാണ്. ആദ്യം നമ്മൾ ഈ ബ്രൗൺ കളറിൽ വരച്ചതൊക്കെ എമ്മിൻ്റെ ഡയറക്ഷനാണ്, യെല്ലോ കളറിൽ വരച്ചതൊക്കെ ബിയുടെ ഡയറക്ഷനാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ വരുമ്പോഴേക്കും തീറ്റ 180 ആണ്. പിന്നെ എവിടെയെങ്കിലും തീറ്റ 180 വന്ന് നോക്കിയേ, ഇവിടെ തീറ്റ 90 ആണ്, ഇവിടെ തീറ്റ 90 ആണ്. ഇവിടെയും തീറ്റ 180 അല്ലേ, ഇവിടെ തീറ്റ 180 ആണല്ലോ. ഇവിടെ തീറ്റ 0 ആണ് അല്ലേ, ഇവിടെ തീറ്റ 0 ആണ്, ഇവിടെയും തീറ്റ 0 ആണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഐഡിയ, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം വരുന്ന എവിടെയാണ്? ഈ പറഞ്ഞ ഈ ലൊക്കേഷനെ B4 എന്ന് എടുക്കുക. എയും B4 കൂടെ വരുന്ന സ്ഥലം ഓക്കെയാണ്, അതുപോലെ എയും B5 കൂടെ വരുന്ന സ്ഥലം ഓക്കെയാണ്. അപ്പോൾ 180 വന്ന 2 സ്ഥലമുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് തന്നെ ഹയസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം B4 എടുക്കുവാണെങ്കിൽ എന്നാ പ്രത്യേകം എന്ന് പറയാം. B4 എടുക്കുവാണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എടുക്കുവാണെങ്കിലേ ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ M എന്ന് എഴുതിക്കോ. ഇനി അവിടെ ഉണ്ടായ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എ കാരണം ഉണ്ടായ ആക്സിയൽ ഫീൽഡാണ് വരിക. ഇപ്പം ഞാനൊരു ഉദാഹരണത്തിന് അവിടെ ഉണ്ടാകുന്ന ആക്സിയൽ ഫീൽഡിൻ്റെ വാല്യൂ നിങ്ങളോട് B0 എന്നെടുത്തോളാം പറയുക, ചുമ്മാ പറയാം കേട്ടോ. ഈ എ എന്ന് പറയുന്ന മാഗ്നറ്റ് കാരണം ഇവിടെ ഉണ്ടായ ആക്സിയൽ ഫീൽഡിനെ B0 എന്നെടുത്തോളാം പറയുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്താ വരിക? M×B0 എന്ന് പറയാം. ശരിയല്ലേ? M×B0 എന്ന് പറയാം. ഇനി അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിടവിടെ ഉണ്ടല്ലോ തീറ്റ 180 ആകുന്നത്, അതേതാ? ഈ പറഞ്ഞ ലൊക്കേഷൻ B5 അല്ലേ, അതായത് എയും B5 കൂടെ ഇരിക്കുന്ന സമയം, അവിടെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം? M × അവിടുത്തെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണ്? ഇക്വറ്റോറിയൽ ഫീൽഡാണ് അല്ലേ. അവിടുത്തെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്ത് ഫീൽഡാണ്? ഇക്വറ്റോറിയൽ ഫീൽഡാണ്. ഇവിടുത്തെ ഫീൽഡ് എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇക്വറ്റോറിയൽ ഫീൽഡ് ആണെങ്കിൽ എന്താ സംഭവം നോക്കിയേ. ഇക്വറ്റോറിയൽ ഫീൽഡ് ആണെങ്കിൽ ആക്സിയൽ ഫീൽഡ് B0 ആണെങ്കിൽ ഇക്വറ്റോറിയൽ ഫീൽഡ് അതിൻ്റെ പകുതി ആയാലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് M×B0/2 എന്ന് എഴുതാം. അപ്പോൾ B4 പൊട്ടൻഷ്യൽ എനർജി MB0 ആണെങ്കിൽ B5 പൊട്ടൻഷ്യൽ എനർജി MB0/2 ആകില്ലേ? MB0/2. അപ്പോൾ ഇതിനകത്ത് എവിടെയാണ് ഹയസ്റ്റ്? B4 സോ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ 3 ആണ്, B4 ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ,
ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, സാധാരണ കുട്ടികൾ ഡൗട്ടൊക്കെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏത് ക്വസ്റ്റ്യൻ? 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കാം. ദ എഫക്റ്റീവ് ലെങ്ത് ഓഫ് എ മാഗ്നറ്റ്. എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റിക് ലെങ്ത് എന്നൊക്കെ പറയുന്ന സംഭവം തന്നെ. അതായത് ഒരു മാഗ്നറ്റൈസ്ഡ് വയർ ഉണ്ടെന്ന് എഴുതുക. ഇതൊരു മാഗ്നറ്റൈസ്ഡ് വയറാണെന്ന് എഴുതുക. അപ്പോൾ ഈ എൻ്റെ സൗത്ത് പോളാണെന്ന് എഴുതുക, ഈ എൻ്റെ നോർത്ത് പോളാണെന്ന് എഴുതുക. ശരിയല്ലേ? ഇങ്ങനെയല്ല നമ്മൾ മാഗ്നറ്റൈസ്ഡ് വയർ പറയാം. അപ്പോൾ ഈ സൗത്ത് പോളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പോൾ സ്ട്രെങ്ത് -m എന്ന് പറയും അല്ലേ. നോർത്ത് പോളിന് കറസ്പോണ്ടിങ് ആയിട്ട് പോൾ സ്ട്രെങ്ത് +m എന്ന് പറയും. ഇത് പോൾ സ്ട്രെങ്ത് ആണ്. സൗത്ത് പോളിന് കറസ്പോണ്ടിങ് ആയിട്ട് -m, നോർത്ത് പോളിന് കറസ്പോണ്ടിങ് ആയിട്ട് +m നമ്മൾ പറയും. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു ദൂരം, ഇതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ലെങ്ത് അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് എന്നൊക്കെ പറയുക അല്ലേ. മാഗ്നറ്റിക് ലെങ്ത് അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് എന്നൊക്കെ പറയുന്ന ടേം ഇതാണ് അല്ലേ. അപ്പോൾ ഞാനിത് 2L എന്നെടുക്കുവാണെങ്കിൽ നമുക്കറിയാം ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഫോർമുല എന്താ പറയുക? ഡൈപോൾ മൊമെൻറ്റ് M = പോൾ സ്ട്രെങ്ത് ഇൻറ്റു 2L. ഇതാണ് നമ്മൾ പറയുക അല്ലേ. പോൾ സ്ട്രെങ്ത് ഇൻറ്റു 2L ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ എഫക്റ്റീവ് ലെങ്തായ 2L എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് പറയാൻ എളുപ്പത്തിന് വേണ്ടിയേ ഈ എഫക്റ്റീവ് ലെങ്തിൻ്റെ സിമ്പിൾ ചുമ്മാ ക്യാപിറ്റൽ L എന്ന് ഞാൻ എടുക്കുക കേട്ടോ. ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത് ക്യാപിറ്റൽ L എന്ന് എടുക്കുവാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഡൈപോൾ മൊമെൻറ്റ് എഴുതാൻ വേണ്ടി പോൾ സ്ട്രെങ്ത് ഇൻറ്റു ക്യാപിറ്റൽ L എന്ന് എഴുതാം. പറയാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഈ L എന്ന് പറയുന്നത് എത്രയാണ്? 31.4 സെൻറ്റിമീറ്റർ എന്നാണ് പറയുക. ഈ 31.4ന് നിങ്ങൾക്ക് നല്ല പരിചയമുള്ളൊരു ടൈം അല്ലേ. 10 പൈ അല്ലേ 3.14, അതിനെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തല്ലേ. അപ്പോൾ ഇതെന്താണ്? 10 പൈ സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതിനെ മീറ്റർ ആക്കാനായിട്ട് 10⁻² വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്നാ വരും വളരെ പൈ ഇൻറ്റു 10⁻⁻1 മീറ്റർ എന്ന് വരും അല്ലേ. പൈ ഇൻറ്റു 10⁻⁻1 മീറ്റർ എന്ന് വരും. ഇനി അടുത്ത എന്നാണ് വളരെ പറഞ്ഞേക്കുന്നത്? ഓക്കെ, അതിൻ്റെ പോൾ സ്ട്രെങ്ത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പോൾ സ്ട്രെങ്ത് 0.5 എന്ന് പറഞ്ഞിട്ടുണ്ട്. പോൾ സ്ട്രെങ്ത് 0.5 എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇഫ് ഇറ്റ് ഈസ് ബെൻഡ് ഇൻ ദി ഫോം ഓഫ് എ സെമി സർക്കിൾ. ഈ മാഗ്നറ്റൈസ്ഡ് വയറിനെ നമ്മൾ എന്ത് ചെയ്തു? സെമി സർക്കിളിൻ്റെ ഷേപ്പിലേക്ക് ബെൻഡ് ചെയ്തു. അപ്പോൾ ഇത് സൗത്ത് പോൾ, ഓക്കെ, ഇത് നോർത്ത് പോൾ. എന്തിന് മാറ്റം വരില്ല? പോൾ സ്ട്രെങ്തിന് മാറ്റം വരില്ല. പോൾ സ്ട്രെങ്ത് പണ്ടത്തെ പോലെ തന്നെ -m +m ആയിട്ട് തന്നെ ഉണ്ട്. പക്ഷേ എന്തിന് മാറ്റം വന്നു എന്ന് ചോദിച്ചാൽ എന്തിന് മാറ്റം വന്നു? നമ്മുടെ എഫക്റ്റീവ് ലെങ്തിന് മാറ്റം വന്നു. ഇത്തവണ എഫക്റ്റീവ് ലെങ്ത് പുതിയൊരു ലെങ്ത്, ഞാനിതിനെ L' എന്ന് വിളിക്കുക. ഈ L' എത്രയായിരിക്കും നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ റേഡിയസ് 2 ടൈംസ് അല്ലേ, 2r ആണ് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ന്യൂ ഡൈപോൾ മൊമെൻറ്റ് എത്രയാണ് ചോദിച്ചേക്കുന്നത്? ന്യൂ ഡൈപോൾ മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ന്യൂ ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ M' = അപ്പോൾ എങ്ങനെ എഴുതാം? പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 2r എന്ന് എഴുതാമല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു പോൾ സ്ട്രെങ്ത് ഇൻറ്റു 2 ഇൻറ്റു ഈ റേഡിയസ് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഈ മൊത്തമുള്ള ആ ഒരു ലെങ്ത് നമ്മുടെ പഴയ വയറിൻ്റെ ലെങ്തായ L അല്ലേ. ഇത് πr വരും അല്ലേ. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ റേഡിയസിൻ്റെ ടൈമിൽ എഴുതുവാണെങ്കിൽ πr. πr = L എന്ന് പറഞ്ഞൂടെ. πr = L എന്ന് പറയാം. ശരിയല്ലേ? πr = L. അങ്ങനെയാണെങ്കിൽ ആറിനെ നമുക്ക് എങ്ങനെ എഴുതാം? L/π എന്ന് എഴുതാം. അത് ഞാൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. അപ്പോൾ 2r എന്ന് പറയുന്നിടത്ത് ഞാൻ M എഴുതി 2 എഴുതി. ഇവിടെ ആറിന് പകരം L/π എന്ന് എഴുതാം. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ 2/π ഇൻറ്റു M ഇൻറ്റു L എന്ന് വരും. ഓക്കെ, 2/π ഇൻറ്റു M ഇൻറ്റു L എന്ന് പറഞ്ഞാൽ 2/π ഇൻറ്റു എമ്മിൻ്റെ സ്ഥാനത്ത് എത്രയാ? M പോൾ സ്ട്രെങ്ത് ആണ്. പോൾ സ്ട്രെങ്ത് 0.5 ആണ്. പോൾ സ്ട്രെങ്ത് 0.5 ആണ്. അതായത് 1/2 എന്ന് എഴുതാം. ഓക്കെ, ലെങ്ത് എത്രയാ? π ഇൻറ്റു 10⁻⁻1 എന്ന് എഴുതാം അല്ലേ. ഈ ഒരു പയ്യും ഈ ഒരു പയ്യും ഈ ഒരു 2ഉം ഈ ഒരു 2 കൂടെ പോയി. അപ്പോൾ ആൻസർ എത്ര വരും? 0.1 ആംപിയർ മീറ്റർ സ്ക്വയർ എന്ന് വരും. 0.1 ആംപിയർ മീറ്റർ സ്ക്വയർ. അതായത് ഓപ്ഷൻ എത്രയാ? ഓപ്ഷൻ 1 വരും. ഓപ്ഷൻ 1 കിട്ടിയോ നോക്കിക്കേ. എത്രാമത്തെ ക്വസ്റ്റ്യൻ? 12ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. ഓപ്ഷൻ 1 അല്ലേ? ആണല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഇത് കണ്ടുപിടിക്കാനായിട്ടൊരു ഷോർട്ട് കട്ട് കൂടി ഉണ്ട്. എന്താ ഷോർട്ട് കട്ട് എന്നറിയാം? ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഷോർട്ട് കട്ട് ഇതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യമുള്ളതൊരു മാഗ്നറ്റൈസ്ഡ് വയറാണെന്ന് എഴുതുക. ആ മാഗ്നറ്റൈസ്ഡ് വയറിന് ഡൈപോൾ മൊമെൻറ്റ് M എന്ന് എഴുതുക. അപ്പോൾ M ഡൈപോൾ മൊമെൻ്റ് ഉള്ള മാഗ്നറ്റൈസ്ഡ് വയറിനെ നമ്മൾ ബെൻഡ് ചെയ്യുവാണ്. അപ്പോൾ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ന്യൂ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? M ഇൻറ്റു sin θ/2 ഡിവൈഡഡ് ബൈ θ/2 എന്ന് പറയാം. പക്ഷേ ആ തീറ്റ എന്ന് പറയുന്നത് റേഡിയനിൽ എക്സ്പ്രസ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ എടുത്താൽ ഒറ്റയടിക്ക് ഇത്രയും സ്റ്റെപ്പില്ലാണ്ട് നമുക്ക് വേണേൽ കണ്ടുപിടിക്കാൻ പറ്റും. എനിവേ സംഭവം സിമ്പിളാണ്, ലോജിക്ക് ക്ലിയർ ആണ് എന്ന് കരുതുവാണേ. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 14ാമത്തെ ക്വസ്റ്റ്യൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 4 ഐഡൻറ്റിക്കൽ സ്മോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ഡൈപോൾ എന്നുള്ള ഐഡിയ കേട്ടോ. 4 ഷോർട്ട് ഡൈപോൾസ് ഐഡൻറ്റിക്കൽ ആണ്. 4 മാഗ്നറ്റ്സ് ഈച്ച് ഓഫ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് എം, എല്ലാവരുടെയും ഡൈപോൾ മൊമെൻറ്റ് എം ആണ്. ആർ പ്ലേസ്ഡ് ഓൺ വെർട്ടിസസ് ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് എ, എല്ലാം ഒരു സ്ക്വയറിൻ്റെ വെർട്ടിസസിലാണ് വച്ചേക്കുന്നത്. സ്ക്വയറിൻ്റെ ഒരു സൈഡ് എ ആണ്. സച്ച് ദാറ്റ് diagonals of the square coincides with the perpendicular bisectors of respective magnets. Then net magnetic field at the center of the square. ഈ സ്ക്വയറിൻ്റെ സെൻറ്ററിലെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇത് ഭയങ്കര എളുപ്പമാണല്ലോ, ഒന്ന് വേഗം കണ്ടുപിടിച്ചേ. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ചുമ്മാ നോക്കുമ്പോൾ തന്നെ വേണേൽ ആൻസർ പറയാം. ഓപ്ഷൻസിലേക്ക് നോക്കിയേ, സിമ്പിളാണ്. എന്താ കാര്യം നോക്കിയേ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഈ ഇക്വറ്റോറിയൽ ഫീൽഡ്, ആക്സിയൽ ഫീൽഡ്, ആ ഒരു കൺസെപ്റ്റ് പെട്ടെന്ന് വെച്ചാൽ മതി. എല്ലാം ഐഡൻറ്റിക്കൽ മാഗ്നറ്റ് ആണ്. മാത്രമല്ല സെൻറ്ററിലേക്കുള്ള ദൂരവും എല്ലാവർക്കും സെയിം അല്ലേ. നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കിയേ, ഫസ്റ്റ് മാഗ്നറ്റിനെ സംബന്ധിച്ച് ഇത് സൗത്ത് പോൾ, ഇത് നോർത്ത് പോൾ. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് എവിടെ നിന്ന് അങ്ങോട്ടാണ് വളരെ? ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത്. ഈ മാഗ്നറ്റിനെ സംബന്ധിച്ച് ഇത് എന്ത് പോയിൻ്റാണ്? ഈ മാഗ്നറ്റിനെ സംബന്ധിച്ച് ഇത് ഇക്വറ്റോറിയൽ പോയിൻ്റാണ്. ഇക്വറ്റോറിയൽ പോയിന്റിൽ ഉണ്ടാകുന്ന ഫീൽഡ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് വരും. അപ്പോൾ ഈ ഫസ്റ്റ് മാഗ്നറ്റ് കാരണം ഉണ്ടാകുന്ന ഇക്വറ്റോറിയൽ ഫീൽഡ് ഇങ്ങോട്ട് വരും. ഇതിനെ ഞാൻ ഫസ്റ്റ് മാഗ്നറ്റ് എന്ന് പറയാം. ഇതും കാരണം ഉണ്ടായ ഇക്വറ്റോറിയൽ ഫീൽഡിനെ ഞാൻ ബി എന്ന് പറയുകയാണ്, അത് ഇങ്ങോട്ട് വരും. ഇനി രണ്ടാമത്തെ മാഗ്നറ്റായിട്ട് ഇവനെ എടുക്കുവാണേ, ഇത് ഇവൻ്റെ സൗത്ത് പോൾ, ഇത് നോർത്ത് പോൾ. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത്. ഈ മാഗ്നറ്റിനെ സംബന്ധിച്ചും ഇത് എന്ത് പോയിൻ്റാണ്? ഇക്വറ്റോറിയൽ പോയിൻ്റാണ് അല്ലേ. രണ്ടാമത്തെ മാഗ്നറ്റിനെ സംബന്ധിച്ചും അത് ഇക്വറ്റോറിയൽ പോയിൻ്റാണ്. അപ്പോൾ ഇക്വറ്റോറിയൽ പോയിന്റിൽ ഉണ്ടാകുന്ന ഫീൽഡ് എങ്ങോട്ട് വരും? ഡൈപോൾ മൊമെൻറ്റ് ലെഫ്റ്റിലേക്കാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരും, ഇങ്ങോട്ട് വരും. ശരിയല്ലേ? അപ്പോൾ എന്നാ സംഭവിക്കുക? ഈ ഫീൽഡും ക്യാൻസലായി പോയി എന്ന് പറഞ്ഞാൽ ഈ മാഗ്നറ്റിൻ്റെ എഫക്റ്റും ഈ മാഗ്നറ്റിൻ്റെ എഫക്റ്റും ക്യാൻസലായി പോയി. ഇതേപോലെ തന്നെ ആലോചിച്ച് നോക്കിയേ, ഇത് സൗത്ത് പോൾ, ഇത് നോർത്ത് പോൾ. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് മുകളിലോട്ട് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാനിത് മായ്ച്ച് കളയുവാണേ. ഇവിടെ മായ്ച്ച് കളഞ്ഞ് വീണ്ടും വരയ്ക്കാം. അപ്പോൾ എന്നാ സംഭവിക്കാൻ നോക്കിയേ, ഇവൻ്റെ ഇക്വറ്റോറിയൽ പോയിൻ്റാണിത്. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങോട്ടാണ് ഫീൽഡ് വരിക, ഇവൻ കാരണം. ഇനി രണ്ടാമത്തെ മാഗ്നറ്റിനെ സംബന്ധിച്ച് ഇത് സൗത്ത് ടു നോർത്ത്, ഇങ്ങോട്ടാണ് ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ഇവൻ്റെയും ഇക്വറ്റോറിയൽ പോയിൻ്റാണിത്. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് വരും, അപ്പോൾ ഇങ്ങോട്ട് ഫീൽഡ് വരും. അപ്പോൾ ഇവൻ്റെ ഫീൽഡ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ 4 ഫീൽഡുകളും പരസ്പരം എന്തായി പോയി? ക്യാൻസലായി പോയി. 4 ഫീൽഡും പരസ്പരം ക്യാൻസലായി പോയില്ലേ? അപ്പോൾ ആൻസർ എന്ത് വരും പിള്ളേരെ? നെറ്റ് ഫീൽഡ് ഈസ് 0. ശരിയല്ലേ? നെറ്റ് ഫീൽഡ് ഈസ് 0. സിമ്പിൾ കേസായിരുന്നു. ക്ലിയർ ആയെന്ന് എഴുതിക്കോട്ടെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണേ. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്മോൾ മാഗ്നറ്റ്സ് ഈച്ച് ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ്സ്. സ്മോൾ മാഗ്നറ്റാന്ന് പറയുന്നുണ്ട് കേട്ടോ. സ്മോൾ മാഗ്നറ്റ് അതായത് ഷോർട്ട് മാഗ്നറ്റ് ആണ്. മാഗ്നറ്റിക് മൊമെൻറ്റ് ദാറ്റ് ഈസ് ഡൈപോൾ മൊമെൻറ്റ് ആണ്. 10 ആംപിയർ മീറ്റർ സ്ക്വയർ ആർ പ്ലേസ്ഡ് എൻഡ് ഓൺ പൊസിഷൻ 0.1 meter apart from their centers. നെറ്റ് ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ദം. അപ്പോൾ നമ്മളതിൽ 2 ഷോർട്ട് മാഗ്നറ്റുകളുണ്ട്. ഇതൊരു ഷോർട്ട് മാഗ്നറ്റ് ആണ്, ഇത് വേറൊരു ഷോർട്ട് മാഗ്നറ്റ് ആണ്. ഈ എൻഡ് ഓൺ പൊസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരു മാഗ്നറ്റിൻ്റെ ആക്സിയൽ പോയിന്റ് തന്നെയാണ് നമ്മൾ എൻഡ് ഓൺ പൊസിഷൻ എന്ന് പറയാം. ഇപ്പോൾ ഇതൊരു ഒന്നാമത്തെ മാഗ്നറ്റ്, ഇത് സൗത്ത് പോൾ, ഇത് നോർത്ത് പോൾ എന്ന് എഴുതുക. ഇത് വീണ്ടും സൗത്ത് പോൾ, നോർത്ത് പോൾ എന്ന് എഴുതുക. ഒന്നാമത്തെ മാഗ്നറ്റിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് M1, രണ്ടാമത്തെ മാഗ്നറ്റിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് M2. ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഒന്നാമത്തെ ആളുടെ എന്ത് പോയിൻ്റാണിത്? ഒന്നാമത്തെ ആളുടെ ആക്സിയൽ പോയിൻ്റാണ്, അല്ലെങ്കിൽ എന്ത് പറയാം? എൻഡ് ഓൺ പൊസിഷൻ എന്ന് പറയാം. ആക്സിയൽ പോയിന്റിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എൻഡ് ഓൺ പൊസിഷൻ എന്ന് പറയാം. ആക്സിയൽ പോയിന്റിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എൻഡ് ഓൺ പൊസിഷൻ എന്ന് പറയാം. ഇനി ഈ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഞാൻ ആറെന്നെടുക്കുക. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആറെന്നെടുക്കുവാണേ. അപ്പോൾ നമ്മൾ ഫോഴ്സിൻ്റെ ഫോർമുല എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചാൽ, ഫോഴ്സ് F ഈസ് ഈക്വൽ ടു, ഓർമ്മയുണ്ടോ? ഇങ്ങനെ എൻഡ് ഓൺ പൊസിഷനിൽ വരുമ്പം ഇവർ തമ്മിലുള്ള ഫോഴ്സിൻ്റെ ഫോർമുല μ0 ഡിവൈഡ് ബൈ 4π ഇൻറ്റു 6 m1 m2 ഡിവൈഡഡ് ബൈ r⁴. ഇതാണ് ഫോർമുല വരിക അല്ലേ? μ0 ബൈ 4π ഇൻറ്റു 6 m1 m2 ഡിവൈഡ് ബൈ r⁴. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ വരിക. ഓക്കെ ആണോ? അപ്പം ഞാൻ അതിനകത്തേക്ക് എല്ലാ വാല്യൂ ഇട്ട് കൊടുക്കട്ടെ. μ0 ബൈ 4π എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 10⁻⁻7 ആണല്ലേ. 6 ഇൻറ്റു m1 എത്രയാണ് പിള്ളേരെ? m1 10 ആണ്, m2 10 ആണ്, ഡിവൈഡഡ് ബൈ r⁴. എന്ന് വെച്ചാൽ ഇവർ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. അത് 10⁻⁻1 ആണ്. ⁻⁴ എടുക്കുമ്പം 10⁻⁻4 വരും. അപ്പോൾ ഇനി ആരെയൊക്കെ ക്യാൻസൽ ചെയ്യാൻ നോക്കിക്കേ. ഇവിടെ ഒരു 6 ഉണ്ട് കേട്ടോ.
ഇവൻ മോഡോട്ട് വന്നു കഴിയുമ്പോൾ 10⁻⁶ ആവും. അപ്പോൾ ഇൻറ്റു 10⁻⁻1 വരും. ദാറ്റ് ഈസ് 0.6 ന്യൂട്ടൺ എന്ന് വരും. 0.6 ന്യൂട്ടൺ. ഓപ്ഷൻ 3 ആണ് വരിക അല്ലേ? യെസ്, ഓപ്ഷൻ 3 ആണ് വരിക. ക്ലിയറാ? നിങ്ങൾ പറഞ്ഞായിരുന്നു. ഓപ്ഷൻ 3 ആണ് ആൻസർ വരിക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് 15ാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, സമയം കളയണ്ട. 15ാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ദ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് എലോങ് ദി എക്സ് ആക്സിസ് ഓഫ് ആൻ എയർ സോളിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ സോളിനോയിഡിൻ്റെ അകത്ത് ആദ്യം എയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം അതിനകത്തുണ്ടായ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 0.03 ടെസ്ല ആണ്. ഓൺ പ്ലേസിംഗ് ആൻ അയൺ കോർ ഇൻസൈഡ് ദി സോളിനോയിഡ് ദ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബിക്കംസ് 15 ടെസ്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ അയൺ കോറിൻ്റെ അകത്തേക്ക്, അയൺ കോർ അല്ല, സോളിനോയിഡിൻ്റെ അകത്തേക്ക് നമ്മളൊരു അയൺ കോർ വെച്ചു. സോളിനോയിഡിൻ്റെ അകത്തേക്ക് നമ്മളൊരു അയൺ കോർ വെച്ചു. അയൺ കോർ വെച്ചപ്പോഴേക്കും മാഗ്നറ്റിക് ഫീൽഡ് കൂടി. അത് നമുക്കറിയാം, സോളിനോയിഡിൻ്റെ അകത്ത് അയൺ വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അത് എത്രയായി മാറി? 15 ടെസ്ല ആയി മാറി. അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താ? പെർമിബിലിറ്റി ഓഫ് അയൺ വിൽ ബി. അയണിൻ്റെ പെർമിബിലിറ്റി എത്രയായിരിക്കും? പെർമിബിലിറ്റി ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ മ്യൂ അല്ലേ? പെർമിബിലിറ്റി ഓഫ് അയൺ വിൽ ബി മ്യൂ. അപ്പോൾ എന്നാ സംഭവം എന്ന് വെച്ചാൽ ആദ്യം സോളിനോയിഡിൻ്റെ അകത്ത് എന്തില്ല? എയർ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോളിനോയിഡിനകത്ത് എയർ മാത്രമേ ഉള്ളൂവെങ്കിൽ അന്നേരത്തെ ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? B1 = μ0 × H എന്ന് എഴുതാം. ഈ എച്ച് എന്ന് പറഞ്ഞാൽ N × I കേട്ടോ. നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് ദി അപ്ലൈഡ് ഫീൽഡ് എന്നൊക്കെ പറയും. അപ്ലൈ ചെയ്യുന്ന ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി N × I. N ആരാ? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെന്ത്. I എന്ന് പറയുന്നത് എന്താ? കറണ്ട്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെന്ത്. I എന്ന് പറയുന്നത് കറണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യമുള്ള ഫീൽഡ്. ഇനി നമ്മൾ അതിനകത്തേക്ക് എന്ത് ഇൻസേർട്ട് ചെയ്തു? ഇനി അതിനകത്തേക്ക് നമ്മളൊരു അയൺ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു അയൺ റോഡ് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചു. ഇങ്ങനെ അയൺ വെച്ചതിന് ശേഷം ഫീൽഡ് കൂടും. അത് നമുക്കറിയാം അല്ലേ? അയൺ വെച്ചതിന് ശേഷം നമുക്ക് എന്ത് സംഭവിക്കും? ഫീൽഡ് കൂടും. അപ്പോൾ ആ ഒരു പുതിയ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? B2 = അന്നേരം ആ മെറ്റീരിയലിൻ്റെ പെർമിബിലിറ്റി ഇൻറ്റു H എന്നാണ് എഴുതുക. എച്ചിന് മാറ്റമൊന്നും വരില്ല. അത് നമ്മൾ സാധാരണ തിയറിയിൽ പഠിക്കുന്ന അറിയാം. പിന്നെ അത് നിങ്ങൾ നോക്കിക്കേ, B2 / B1 എടുത്താൽ, B2/B1 എടുത്താൽ ആര് ക്യാൻസലാവും? H ക്യാൻസലാവും. B2/B1 എടുത്താൽ ആര് ക്യാൻസലാവും? H ക്യാൻസലാവും. പിന്നെ എന്താ ഉള്ളത്? μ/μ0 എന്ന് വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് ആരെയാ? വേണ്ടത് മ്യൂ അല്ലേ? അപ്പം μ = μ0 × B2 / B1 എന്ന് എഴുതാം അല്ലേ? μ0 × B2 / B1 എന്ന് എഴുതാം. ശരിയല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? μ0 എന്ന് പറഞ്ഞാൽ 4π × 10⁻⁻7 അല്ലേ? ഓക്കെ, ഇനി B2 എത്രയാണെന്ന് നോക്കിക്കേ. B2ൻ്റെ വാല്യൂ 15. B1 എത്രയാണെന്ന് നോക്കിക്കേ. 3 × 10⁻2 അല്ലേ? B1നെ നമുക്ക് 3 × 10⁻2 എന്ന് എഴുതാലോ? ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളൊന്ന് ക്യാൻസൽ ചെയ്ത് നോക്കിയോണേ. ഇമാർ രണ്ടുകൂടെ ക്യാൻസലായി. അപ്പോൾ 5 വരും. പിന്നെ ആരുണ്ട്? 5 × 4 20 വരും അല്ലേ? 20 × π × 10⁻7 × 10⁻2 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ഞാൻ 5 × 4 20 എഴുതി. പിന്നെ അവിടെ പൈ ഉണ്ട്. പിന്നെ ആരുണ്ട്? ഇവിടെ 10⁻7 ഉണ്ട്. പിന്നെ 10⁻2 കൂടി വരുമ്പോൾ 10⁻2 ആകും. ശരിയല്ലേ? പിന്നെ അത് നമുക്ക് ഇവനെ എന്ത് ചെയ്യാം? ഈ ഒരു 0 കൂടെ ചേർക്കുവാണെങ്കിൽ ഇത് 10⁻3 ആവും. അപ്പോൾ 2π എന്ന് പറഞ്ഞാൽ എത്രയാ? 6.28 × 10⁻4 ടെസ്ല. 4 ടെസ്ല അല്ല, മ്യൂ അല്ലേ? അപ്പോൾ ടെസ്ല എന്നൊന്നും പറയണ്ട, കിട്ടിയ വാല്യൂ അങ്ങ് എഴുതിയാൽ മതി അല്ലേ? അപ്പോൾ 6.28 × 10⁻4 ഉണ്ടല്ലോ. ആൻസർ ഉണ്ടല്ലോ. ഓപ്ഷൻ 3. യെസ്, ഓപ്ഷൻ 3 ആണ് ആൻസർ വരിക. അപ്പോൾ ഇനി നിങ്ങളൊരു കാര്യം ചെയ്തോ. അടുത്ത ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 16ാമത്തെ ക്വസ്റ്റ്യൻ. യെസ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ട്രൈ നോക്കിക്കേ. ഓക്കെ, നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിക്കാം. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞതാണ് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ഈച്ച് മോളിക്യൂൾ. അപ്പം ഓരോ മോളിക്യൂളിൻ്റെയും ഡൈപോൾ മൊമെൻ്റ് ആണ് കേട്ടോ. ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ഈച്ച് മോളിക്യൂൾ ഓഫ് എ പാരാമാഗ്നറ്റിക് ഗ്യാസ്. കയ്യിലുള്ളത് പാരാമാഗ്നറ്റ് ആണ്. പാരാമാഗ്നറ്റ് ആണെങ്കിലും ഫെറോമാഗ്നറ്റ് ആണെങ്കിലും ഓരോ മോളിക്യൂളിനും ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. പക്ഷേ അതേ സമയത്ത് ഡയാമാഗ്നറ്റ് ആണെങ്കിൽ ഓരോ മോളിക്യൂളിൻ്റെയും ഡൈപോൾ മൊമെൻറ്റ് 0 ആണ്. ഓക്കെ, ആ കാര്യം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇനി ഒരു മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റിനെ ഞാൻ തൽക്കാലം മ്യൂ എന്ന് വിളിക്കുക. മ്യൂ എന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് 1 മോളിക്യൂൾ.
എടാ ഒരു മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? മ്യൂ എന്ന് വിളിക്കുന്നു. അപ്പോൾ മ്യൂ അങ്ങനെ എഴുതാം 1.5 × 10⁻⁻23 എന്ന് എഴുതാം. ഓക്കെ, ഇനി ദ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് 27 ഡിഗ്രി സെൽഷ്യസ്, അതായത് റൂം ടെമ്പറേച്ചർ, ആൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ N/V എന്ന് പറയാം അല്ലേ, ടോട്ടൽ നമ്പർ ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം. അത് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 2 × 10⁻26 പെർ മീറ്റർ ക്യൂബ്. യൂണിറ്റ് വോളിയത്തിനകത്ത് ഇത്ര മോളിക്യൂൾ ഉണ്ട്. ഇനി മാക്സിമം പോസിബിൾ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം പോസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മാക്സിമം പോസിബിൾ എന്ന് പറഞ്ഞാൽ ആ ഗ്യാസിനകത്തുള്ള എല്ലാ ഡൈപോളുകളും ഒരേ ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഡൈപോൾ മൊമെൻറ്റ് മാക്സിമം. ചുമ്മാ ഇരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ വെറുതെ ഇരിക്കുമ്പം നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് എന്തായി പോകും? 0 ആയി പോകും. കാരണം എന്താ? അതിനകത്തുള്ള എല്ലാ ഡൈപോൾ മൊമെൻറ്റുകളുടെയും ഓറിയൻറ്റേഷൻ റാൻഡം ആയിരിക്കും. പാരാമാഗ്നറ്റ് അല്ലേ, റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ പോലും അതിനകത്തുള്ള എല്ലാ ഡൈപോളുകളുടെയും ഓറിയൻറ്റേഷൻ റാൻഡം ആയിരിക്കും. അതുകൊണ്ട് അവൻ്റെ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് എന്താണ്? 0 ആണ്. പക്ഷേ നമ്മൾ അതിനെ എന്ത് ചെയ്യുക? ഒരു എക്സ്റ്റേണൽ ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരേ ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ അതിനനുസരിച്ച് അവൻ എന്ത് ഡെവലപ്പ് ചെയ്യും? നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. ഈ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുക. ശരിയല്ലേ? ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ക്യാപിറ്റൽ ഐ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യണേ. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ബൈ വോളിയം എന്നെടുക്കാം. ആ മെറ്റീരിയലിനകത്ത് ഡെവലപ്പ് ചെയ്ത നെറ്റ് ഡൈപോൾ മൊമെൻറ്റിനെ വോളിയം വെച്ച് ഡിവൈഡ് ചെയ്യുക. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ എന്നാ വഴി? മാക്സിമം എന്ന് പറഞ്ഞതുകൊണ്ട് അതിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടോ എല്ലാ മോളിക്യൂൾസും ഒരേ ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്തതായിട്ട് കരുതാം. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? N × ഒരു മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, മാക്സിമം എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര പേരുണ്ടോ അത്രയും പേരും ഒരേ ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്തു. അപ്പോൾ N മോളിക്യൂൾസ് ഉണ്ടായിരുന്നു എഴുതുക. അപ്പോൾ N × എന്തെടുക്കുക? ഒരാളുടെ ഡൈപോൾ മൊമെൻറ്റ് എടുക്കുക. N × ഒരാളുടെ ഡൈപോൾ മൊമെൻറ്റ് എടുക്കുക ബൈ V വരും. അപ്പോൾ ഈ N/V എന്തായി? N/V എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. അത് നമ്മുടെ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നേരെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പോൾ I എന്ന് പറയുന്നത് എത്രയാണ് പിള്ളേരെ വരിക? 2 × 10⁻26 2 × 10⁻26 ഇൻറ്റു മ്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1.5 × 10⁻23 എന്ന് വരും അല്ലേ. 1.5 × 10⁻23 എന്ന് വരും. അപ്പോൾ 2 × 1.5 എത്രയാണ് വരിക? 3 എന്ന് വരും. 2 × 1.5 3 എന്ന് വരും. 3 × 10⁻3 എന്ന് വരും അല്ലേ. 3 × 10⁻3 ഇത്രയും ആംബിയർ പെർ മീറ്റർ എന്ന് വരും കേട്ടോ. അത്രയും ആംബിയർ പെർ മീറ്റർ എന്ന് വരും. അങ്ങനെ ഓപ്ഷൻ വല്ലതും കുഴപ്പമുണ്ടോ? ഉണ്ടല്ലോ, ഓപ്ഷൻ 1 ഉണ്ടല്ലോ. ക്ലിയർ ആണോ? ഓപ്ഷൻ 1 അങ്ങനെയായിരുന്നു അല്ലേ. അപ്പോൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? 16ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? നമുക്ക് വേഗം 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 17ാമത്തെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊട്ടൻഷ്യൽ. ഓക്കെ, എന്ത് കണ്ടുപിടിക്കണ്ടേ? പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അറ്റ് എ പോയിന്റ് സിറ്റുവേറ്റഡ് ഓൺ എ ലൈൻ പാസിംഗ് ത്രൂ ദി മിഡിൽ പോയിന്റ് ഓഫ് ഷോർട്ട് മാഗ്നറ്റ്. നമ്മുടെ കയ്യിലുള്ളതൊരു ഷോർട്ട് മാഗ്നറ്റ് ആണ്. ഷോർട്ട് മാഗ്നറ്റിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് തന്നിട്ടുണ്ടല്ലോ 0.3 ആംബിയർ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതൊരു ഷോർട്ട് മാഗ്നറ്റ് ആണ്. ആ ഷോർട്ട് മാഗ്നറ്റിൻ്റെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ തന്നേക്കുന്നത് 0.3 ആംബിയർ മീറ്റർ സ്ക്വയർ ആണ്. ഈ ഷോർട്ട് മാഗ്നറ്റിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ. ഓക്കെ, ആ ലൈന് ഡൈപോൾ മൊമെൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി. അതായത് നമ്മുടെ ഡൈപോളിൻ്റെ ആക്സസുമായിട്ട് മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ സെൻറ്ററിൽ നിന്നുള്ള ദൂരം 0.05 എന്ന് പറഞ്ഞാൽ 5 × 10⁻2 മീറ്റർ. അവിടെയുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ചുമ്മാ ഒരു മാഗ്നറ്റ് വരയ്ക്കാം. ഇതിപ്പോൾ സൗത്ത് പോൾ, ഇത് നോർത്ത് പോൾ എന്ന് എഴുതുക. ഇതാണ് നമ്മുടെ ഡൈപോൾ ആക്സസ്. ഓക്കെ, ഡൈപോൾ ആക്സസ് ഇതാണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. ഇപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് അല്ലേ, ഡൈപോൾ മൊമെൻറ്റ് M എന്നെടുക്കാം. ഇനി സെൻറ്ററിൽ നിന്നാണല്ലോ ഡിസ്റ്റൻസ് പറയുക. ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു ലൈനുണ്ട്. ഇത് സെൻറ്റർ, അതായത് ഈ ഡൈപോൾ മൊമെൻറ്റുമായിട്ട് മേക്ക് ചെയ്ത ആംഗിളാണ് 60 ഡിഗ്രി. അപ്പോൾ ഈ പോയിന്റിലേക്കുള്ള ദൂരമാണ് നമ്മൾ എന്ത് പറയുക? 5 × 10⁻2 മീറ്റർ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എത്രയാണെന്ന ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു ഐഡിയ ഇല്ലേ? എന്താ പറയാറ്?
പൊട്ടൻഷ്യൽ ചോദിച്ചാലും എന്നെ സാധനം ചോദിച്ചാലും ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കുന്ന ഫോർമുലയുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞാൽ മതി. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമുക്ക് ഡൈപോൾ മൊമെൻറ്റ് അറിയാമെങ്കിൽ ഡൈപോളിൽ നിന്നും ഇത് ഏത് പോയിൻ്റാ? എനി പോയിൻ്റ് അല്ലേ? എനി പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഫോർമുല പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇലക്ട്രോസ്റ്റാറ്റിക്സിലാണെങ്കിൽ എനി പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫോർമുല 1/4πε0 P cos θ ഡിവൈഡഡ് ബൈ r². ഇതാണ് എനി പോയിന്റിലെ പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക ഇതെന്താണ്? എനി പോയിന്റ് ആണ്. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യലിലെ ചോദിച്ചേക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ല, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/4πε0ക്ക് പകരം μ0/4π വെച്ച് റീപ്ലേസ് ചെയ്യുക. പിക്ക് പകരം ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിന് പകരം മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുക. m cos θ ഡിവൈഡ് ബൈ r² എടുക്കുക. എല്ലാ ഡേറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ഡേറ്റാസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്നാ വരും? v ഈക്വൽ ടു μ0/4π എന്ന് പറയുന്നത് 10⁻⁻⁷. ഓക്കെ, ഡൈപോൾ മൊമെൻറ്റ് എത്രയാണെന്ന് നോക്കിക്കേ? 3 × 10⁻⁻1 അല്ലേ? 3 × 10⁻⁻1 cos 60 അല്ലേ? cos 60 എന്ന് പറഞ്ഞാൽ 1/2 വരും. പിന്നെ r² എന്ന് പറഞ്ഞാൽ 25 × 10⁻⁻4 എന്ന് വരും. ശരിയല്ലേ? 25 × 10⁻⁻4 എന്ന് വരും. നമുക്കൊന്ന് നോക്കുവാണെങ്കിൽ 3 × 10ൻ്റെ പവർ മാത്രം ആദ്യം ശരിയാക്കുവാണേ. 10⁻⁻8 എന്ന് വരും. പിന്നെ ഇവ 25 × 2 50 വരും. ശരിയല്ലേ? പിന്നെ ആ 10ൻ്റെ പവർ മുകളിലോട്ട് വരുമ്പം 10⁻4 എന്ന് വരും. ശരിയാണോ ഞാൻ എഴുതിയത് നോക്കിക്കേ? മുകളിൽ 3 ഉണ്ട്, പിന്നെ 10ൻ്റെ പവർ 10⁻⁻8 ആയി. താഴെ ഈ 2 വന്ന് 25നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് 50 ആക്കി. ശരിയല്ലേ? പിന്നെ 10⁻⁻4 മുകളിൽ വന്നു. പിന്നെ റിമൈനിങ് ആയിട്ട് എന്നാണെന്ന് നോക്കി? മുകളിലും താഴെയും ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 6 ഡിവൈഡ് ബൈ 100 എന്ന് വരും. ദാറ്റ് ഈസ് 10² × 10⁻⁸ ഇൻറ്റു, അതായത് 4 കൂടെ വന്നു കഴിയുമ്പോൾ 10⁻⁴ വരുമല്ലോ. ഇങ്ങനെ വരും അല്ലേ? സോ ആൻസർ എന്നാ വരിക? 6 × 10⁻6 വോൾട്ട് എന്ന് വരും അല്ലേ? 6 × 10⁻6. ആൻസർ ഉണ്ടോ? ഉണ്ടല്ലോ. 6 × 10⁻6. 17ാമത്തെ ക്വസ്റ്റിന് ആൻസർ ഓപ്ഷൻ ബി ആണ് വന്നേക്കുന്നത്. ശരിയാണോ നോക്കി? യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. 18ാമത്തെ ക്വസ്റ്റിലേക്ക് പോകും. ഓക്കെ, 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2 ഐഡന്റിക്കൽ ഷോർട്ട് ബാർ മാഗ്നറ്റ്സ് ഈച്ച് ഹാവിംഗ് മാഗ്നറ്റിക് മൊമെന്റ്. ഓരോന്നിൻ്റെയും മാഗ്നറ്റിക് മൊമെന്റ് എത്രയാണെന്ന് നോക്കുക? ഓരോന്നിൻ്റെയും മാഗ്നറ്റിക് മൊമെന്റ് 10 Am/m² ആണ് കേട്ടോ. ആർ അറേഞ്ച്ഡ് സച്ച് ദാറ്റ് their axial lines are perpendicular to each other and their centers be along the same straight line in a horizontal plane. If the distance between their centers is 0.2 meter, അങ്ങനെയാണെങ്കിൽ resultant magnetic induction at a midpoint between them. എത്ര മാഗ്നറ്റ് ഉണ്ട്? 2 മാഗ്നറ്റ് ഉണ്ട്. എങ്ങനെയുള്ള മാഗ്നറ്റുകളാണ്? 2 മാഗ്നറ്റുകളുണ്ട്. ഷോർട്ട് മാഗ്നറ്റ് ആണ്, ഐഡന്റിക്കൽ ആണ് എന്ന് പറയുന്നുണ്ട് അല്ലേ? ഡൈപോൾ മൊമെന്റും അറിയാം. പക്ഷെ അവരെങ്ങനെ വെക്കണം എന്ന് പറഞ്ഞേ? ആക്സിയൽ ലൈൻസ് പെർപെൻഡിക്കുലർ ആയി വരുന്ന രീതിയിൽ വെക്കുക. ആക്സിയൽ ലൈൻസ് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രീതിയിൽ വെക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ വെക്കേണ്ടത്? ഓക്കെ, ഇത് ഒരു ആക്സിയൽ ലൈനാണ്, ഇത് അടുത്ത ലൈനാണ് അല്ലേ? ഇവർ പെർപെൻഡിക്കുലർ ആയി വരുന്ന രീതിയിൽ വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവനെ സംബന്ധിച്ച് ഇത് സൗത്ത് പോൾ, ഇത് നോർത്ത് പോൾ. ഞാൻ ചുമ്മാ എടുക്കുവാണ്. ഇത് സൗത്ത് പോൾ, ഇത് നോർത്ത് പോൾ. നമുക്ക് മിഡ് പോയിന്റിലെ ഫീൽഡ് അല്ലേടാ പിള്ളേരെ വേണ്ടത്? മിഡ് പോയിന്റിലെ ഫീൽഡ് വേണം അല്ലേ? മിഡ് പോയിന്റിലെ ഫീൽഡ് നമുക്ക് ആദ്യം നടക്കുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. ഡിസ്റ്റൻസ് ഇവൻ്റെ സെൻറ്ററിൽ നിന്ന് ഇവൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആട്ടോ. ഈ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് എത്ര? 0.2 മീറ്റർ എന്ന് തന്നേക്കുന്നത്. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് 0.2 മീറ്റർ എന്ന് പറഞ്ഞ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നോട്ടെ? ഇവിടം വരെയുള്ള ദൂരം എടുക്കുവാണെങ്കിൽ എത്ര എടുക്കാം? 0.1 മീറ്റർ. ഈ പോയിന്റിലെ നെറ്റ് ഫീൽഡാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് മാഗ്നറ്റിനെ സംബന്ധിച്ച് ഓക്കെ ശരിയല്ലേ? ഇതാണ് ഫസ്റ്റ് മാഗ്നറ്റ്. ഓക്കെ ആണല്ലോ? ഈ ഫസ്റ്റ് മാഗ്നറ്റിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് എന്ത് ഫീൽഡാണ്? ആക്സിയൽ ഫീൽഡാണ്. അപ്പോൾ അതിനെ ഞാൻ ബി ആക്സിയൽ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഈ സെക്കൻഡ് മാഗ്നറ്റിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇത് ഇക്വറ്റോറിയൽ ഫീൽഡ് അല്ലേ? നമ്മൾ കുറച്ചുമേ പറഞ്ഞതാണ്. ഇത് ഡൈപോൾ മൊമെൻറ്റ് സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ്. അതിന് ഓപ്പോസിറ്റ് വരിക എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് വരും അല്ലേ? ഇതാണ് ഇക്വറ്റോറിയൽ ഫീൽഡ് വരിക. അപ്പോൾ ഈ ആക്സിയൽ ഫീൽഡും ഇക്വറ്റോറിയൽ ഫീൽഡും അറിയാമെങ്കിൽ അതിൻ്റെ റിസൾട്ടിൻ്റെ എടുത്താൽ പോരാടാ പിള്ളേരെ? ശരിയല്ലേ? ആക്സിയൽ ഫീൽഡും അറിയാം, ഇക്വറ്റോറിയൽ ഫീൽഡും അറിയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടിൻ്റെ എടുക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ആക്സിയൽ ഫീൽഡ് ഇക്വറ്റോറിയൽ ഫീൽഡും തമ്മിൽ ഒരു ബന്ധമുണ്ട്. 2 ടൈംസ് ഇക്വറ്റോറിയൽ ഫീൽഡാണ് വരിക. അപ്പോൾ ഞാൻ ഈ ഇക്വറ്റോറിയൽ ഫീൽഡിനെ ജസ്റ്റ് B0 എന്ന് എടുക്കുവാന്ന് എഴുതാം. ഇക്വറ്റോറിയൽ ഫീൽഡിനെ ഞാൻ വെറുതെ B0 എന്ന് എടുക്കുക കേട്ടോ. ഇക്വറ്റോറിയൽ ഫീൽഡിൻ്റെ വാല്യൂ ഞാൻ B0 എന്ന് എടുക്കുവാണെങ്കിൽ ആക്സിയൽ ഫീൽഡ് 2 ടൈംസ് B0 എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ നെറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? നെറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടിൻ്റെയും കൂടെ വെക്റ്റർ സം അല്ലേ? അപ്പോൾ അവിടുത്തെ നെറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വെക്റ്റർ സം ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? √
ബി ആക്സിയൽ സ്ക്വയർ അല്ലേ, ബി ആക്സിയൽ സ്ക്വയർ പ്ലസ് ബി ഇക്വറ്റോറിയൽ സ്ക്വയർ എന്ന് വരും. ഇതാണ് നെറ്റ് ഫീൽഡ് വരിക, ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇത് 2 ഇൻറ്റു B0, ഞാൻ B0 എന്ന് വിളിച്ചോളാം നിങ്ങളോട് പറഞ്ഞു, ഹോൾ സ്ക്വയർ പ്ലസ് ഇക്വറ്റോറിയൽ ഫീൽഡ് B0 ആണ്. അപ്പോൾ B0 സ്ക്വയർ എന്ന് വരും. ഇതെന്താ വരിക? 4B0 സ്ക്വയർ പ്ലസ് B0 സ്ക്വയർ, അതായത് 5B0 സ്ക്വയർ വരും അല്ലേ. റൂട്ട് 5 ഇൻറ്റു B0 എന്ന് വരും. എന്നാടാ വരിക? റൂട്ട് 5 ഇൻറ്റു B0 എന്ന് വരും, ശരിയല്ലേ? ഓക്കെ, ഇനി നിങ്ങൾ ആരെ കണ്ടുപിടിച്ചാൽ മതി? B0 കണ്ടുപിടിച്ചാൽ മതി. B0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മാഗ്നറ്റിക് കാരണം ഇവിടെ ഉണ്ടായ ഇക്വറ്റോറിയൽ ഫീൽഡാണ്. B0 എന്ന് പറഞ്ഞത് ഇക്വറ്റോറിയൽ ഫീൽഡാണ്. വാല്യൂ എല്ലാവർക്കും അറിയാം, μ0/4π ഇൻറ്റു എം ഡിവൈഡ് ബൈ ആർ ക്യൂബ് ആണ്. ഷോർട്ട് ഡൈപോൾ ആണ്, എം ഡിവൈഡ് ബൈ ആർ ക്യൂബ് ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. μ0/4π എത്ര? 10⁻⁻⁷. എം എത്ര? എം എത്രയായിരുന്നു? എം 10 അല്ലേ. ആർ ക്യൂബ്, ആർ എന്ന് പറയുമ്പോൾ ഇവിടം വരെയുള്ള ഇതുണ്ടോ, ഈ സെൻറ്റർ ടു സെൻറ്റർ ദൂരമാണ്, അത് 0.2 അല്ല 0.1 ആണ്. ക്യൂബ് എടുക്കുമ്പോൾ 10⁻³ എന്ന് വരും അല്ലേ, 10⁻³ എന്ന് വരും. അപ്പോൾ അതായത് മുകളിലോട്ട് വരുമ്പോൾ എന്താ വരിക? 10⁻⁷ ഇൻറ്റു 10⁴ എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് 10⁻³ ടെസ്ല എന്ന് വരും. 10⁻³ ടെസ്ല എന്ന് വരും. അപ്പോൾ ആൻസർ എന്നാ വരിക നോക്കിക്കേ, റൂട്ട് ഓഫ് 5 ഇൻറ്റു 10⁻³ ടെസ്ല എന്ന് വരും അല്ലേ. റൂട്ട് ഓഫ് 5 ഇൻറ്റു 10⁻³ ടെസ്ല. അപ്പോൾ ആൻസർ ഉണ്ടല്ലോ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 4 ആണ് ആൻസർ വരിക, ശരിയല്ലേ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു കേട്ടോ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ ആണേ. 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ ഷോർട്ട് ബാർ മാഗ്നറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ്, ചെറിയൊരു മാഗ്നറ്റ്, ഡൈപോൾ മൊമെൻറ്റ് എം, 0.32. ഈ ആംബിയർ മീറ്റർ സ്ക്വയർ പോലെ തന്നെയുള്ള SI യൂണിറ്റ് ആണ് ജൂൾ പെർ ടെസ്ല. അപ്പോൾ ജൂൾ പെർ ടെസ്ല എന്ന് പറഞ്ഞാലും ആംബിയർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അവനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയി വെച്ചു. അതിൻ്റെ വാല്യൂ 0.15 ടെസ്ലയാണ്. ഇഫ് ദ മാഗ്നറ്റ് ഈസ് ഫ്രീ ടു റൊട്ടേറ്റ് ഇൻ ദി പ്ലെയിൻ ഓഫ് ദി ഫീൽഡ്, മാഗ്നറ്റിനെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി മാഗ്നറ്റ് ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇത് ഏത് വേർഡ് പരിചയപ്പെടുത്താനെന്നറിയോ? സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നുള്ള വേർഡ് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ എടുത്തു വെച്ചത്. ഓർമ്മയുണ്ടാവും നിങ്ങൾക്കെന്നറിയാം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? ഡൈപോൾ മൊമെൻറ്റും മാഗ്നറ്റിക് ഫീൽഡോടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 0 വരുമ്പോഴല്ലേ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയണമെങ്കിൽ തീറ്റ എന്തായിരിക്കണം? 0 ആയിരിക്കണം അല്ലേ. വേറൊരു ഇക്വിലിബ്രിയം നമ്മൾ പറയാറുണ്ടല്ലോ, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം പറയണമെങ്കിൽ തീറ്റ എത്ര ആയിരിക്കണം? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയണമെങ്കിൽ തീറ്റ എത്രയായിരിക്കണം? 180 ആയിരിക്കണം അല്ലേ. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം നമ്മൾ പറയണമെങ്കിൽ തീറ്റ 180 ആയിരിക്കണം. തീറ്റ 0 ആണെങ്കിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയാം, ശരിയല്ലേ? ഓക്കെ, അങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല -m ഇൻറ്റു ബി ഇൻറ്റു കോസ് തീറ്റ ആണ്. അപ്പോൾ തീറ്റയ്ക്ക് നമ്മൾ 0 ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് മുമ്പേ കൂടെ ഞാൻ കാണിച്ചതാ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വരിക? -m ഇൻറ്റു ബി എന്ന് വരും അല്ലേ. സോ മൈനസ് ഓഫ് എമ്മിൻ്റെ വാല്യൂ ഉണ്ടല്ലോ 0.32, പിന്നെ എത്രയുണ്ട്? 0.15. ഓക്കെ, ഇവരെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണമല്ലേ. 32 ഇൻറ്റു 15 ഇൻറ്റു 10⁻⁻⁴ എന്നെഴുതി കൂടെ. 32ഉം 15ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 480 വരുമേ. 480 വരും ഇൻറ്റു 10⁻⁻⁴ എന്ന് വരും. അപ്പോൾ അതിനെ നമുക്ക് ഓപ്ഷൻ പോലെ എഴുതുവാണെങ്കിൽ -4.8 ഇൻറ്റു 10⁻⁻² എന്ന് എഴുതാം അല്ലേ. 10⁻²ൻ്റെ പവറിലേക്ക് എഴുതുവാണെങ്കിൽ -4.8 ഇൻറ്റു 10⁻²ജൂൾ എന്ന് പറയാം. ഓപ്ഷൻ 1 വരും, ശരിയല്ലേ? ഓപ്ഷൻ 1 ആണ്. ക്ലിയർ ആയി എന്ന് എഴുതുവാണേ. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ 19 ക്വസ്റ്റ്യനായി. ഇപ്പോൾ ഇത് മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൻ്റെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യനുമായി, മൂവിങ് ചാർജസിൽ നിന്നുള്ള ക്വസ്റ്റ്യനുമായി. ഇനി നമുക്ക് EM വേവ്സും കൂടെ ഉണ്ട്. EM വേവ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് നല്ല എളുപ്പമുള്ള കാര്യമായിരിക്കും അല്ലേ. കമ്പാരിറ്റീവ്ലി നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യാവുന്നതാണ് എന്ന് കരുതുവാണേ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 20ാമത്തെ ക്വസ്റ്റ്യന് എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ നമ്മൾ ബേസിക്കലി ഉള്ള ഇക്വേഷനൊക്കെ അറിയാലോ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുമ്പം അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. രണ്ടുപേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് വേരി ചെയ്തുകൊണ്ടിരിക്കുക, ശരിയല്ലേ? ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ഫ്രീക്വൻസിയിൽ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുക. അതേ ഫ്രീക്വൻസിയിൽ തന്നെയാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ കോമൺലി പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നേരെ എക്സ്പ്രഷനിലേക്ക് അങ്ങ് പോയേക്കാം.
എടാ പിള്ളേരെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഏത് ഫോമില? E0 ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് കെ എക്സ് എന്നുള്ള ഫോമിലാണ് അല്ലേ. ഞാനിത് ബേസിക്കലി എഴുതുവാണെങ്കിൽ ഫീൽഡ് ഇസഡ് ഡയറക്ഷൻ ആണ് എന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് E0, പിന്നെ ഇക്വേഷൻ ഇരിക്കുന്ന കോസിൻ്റെ ടൈമിൽ അല്ലേ, കോസ് ഒമേഗ ടി പ്ലസ് കെ എക്സ് എന്നുള്ള ഫോമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് എലോങ് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അതല്ലേ എൻ്റെ അർത്ഥം. ഇവിടെ മൈനസ് കെ എക്സ് ആയിരുന്നെങ്കിൽ പ്രൊപ്പഗേറ്റിംഗ് എലോങ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആയതിനെ, പ്ലസ് കെ എക്സ് ആയതുകൊണ്ട് പ്രൊപ്പഗേറ്റിംഗ് എലോങ് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ എന്ന് പറയാം. ഇനി മീഡിയം ഓഫ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കണ്ടുപിടിക്കുന്ന ടൈം എന്താണെന്ന് വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം ആണേ. അത് വിട്ടുപോയതാ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം ഈസ് അപ്പോൾ ഇത് ഒരു മീഡിയത്തിൽ കൂടിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. മീഡിയത്തിൽ കൂടിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക, മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക എന്നാണ് ക്വസ്റ്റിനകത്ത് പറയാം. ഇപ്പോൾ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എക്സ്പ്രഷൻ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യട്ടെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഫോർമുല നിങ്ങൾ ഒപ്റ്റിക്സിനകത്തൊക്കെ എപ്പോഴും പഠിക്കുന്നല്ലേ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N ഈസ് ഈക്വൽ ടു എന്താണ്? C/V എന്നാണ് എടുക്കുക അല്ലേ. C എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആൻഡ് V സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, സിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി ബൈ ഹാർട്ടാണ്. C ഈസ് ഈക്വൽ ടു 3 × 10⁸ m/s അല്ലേ. ഇനി നമുക്ക് ഇതാണ് മീഡിയത്തിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഇക്വേഷൻ. അതിനകത്ത് നിന്ന് എന്ത് കണ്ടുപിടിക്കാം? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി ആയ V കണ്ടുപിടിക്കാം അല്ലേ. ഈ ഇക്വേഷനകത്ത് നിന്ന് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എന്താണ് ഫോർമുല? V ഈസ് ഈക്വൽ ടു ω/k എടുത്താൽ പോരെ. V ഈസ് ഈക്വൽ ടു ω/k എടുക്കാം. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒമേഗ എത്രയാണ്? ഒമേഗ എന്ന് പറയുന്നത് ഉണ്ടോ, ഇത് ഒമേഗ 6 × 10⁸ അല്ലേ. അപ്പോൾ ഒമേഗയ്ക്ക് ഞാൻ 6 × 10⁸ എന്ന് കൊടുക്കുവാണേ. കെയുടെ സ്ഥാനത്ത് തരാൻ നോക്കിയേ, കെയുടെ സ്ഥാനത്ത് 4 ആണ്. ഓക്കെ, കെയുടെ സ്ഥാനത്ത് 4 ആണ്. അപ്പോൾ ഇത് എത്ര വരിക? 3 × 10⁸ എന്ന് വരും അല്ലേ. 3 × 10⁸ എന്ന് വരും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് V ക്യാൻ ബി റിട്ടൺ ആസ് ഈ 3 × 10⁸ എന്ന് പറഞ്ഞാൽ C അല്ലേ, C/2 എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ എഴുതാമല്ലോ. C/V എന്ന് പറഞ്ഞാൽ 2 ആയില്ലേ. C/V എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് C/V എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. അപ്പോൾ ഈ തന്നിരിക്കുന്ന മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 2 ആണ്. തന്നിരിക്കുന്ന മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ അല്ലേ? യെസ്, ഓപ്ഷൻ 2 ഓക്കെ ആണെന്ന് എഴുതുവാണേ. ഞാൻ ഇനി സമയം കളയുന്നില്ല, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഏതാണ് അടുത്ത ക്വസ്റ്റിന്? 21ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 21ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് തനിയെ ചെയ്തേ. 21ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് തനിയെ ചെയ്യാൻ നോക്കിയേ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എല്ലാവർക്കും സമയം തരാം. ഇത്രയും നേരം നമ്മൾ അത്യാവശ്യം നല്ല ഐഡിയാസ് പറഞ്ഞുകൊണ്ടിരിക്കുവായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് അങ്ങനെ അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരാഞ്ഞത്. അപ്പോൾ ഇതൊന്ന് വേഗം ഒന്ന് ചെയ്യാവോ എല്ലാവരും? നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഡയറക്റ്റ് ഇക്വേഷൻസ് യൂസ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വലിയ ട്രിക്കൊന്നുമില്ല. In a plane electromagnetic wave, electric field oscillates sinusoidally at a frequency of 2 × 10⁻10 Hz. അപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ കീ കറക്ഷൻ ഉണ്ട്. ഇത് 10⁻2 എന്നാട്ടോ മക്കളെ. ഓക്കെ, എല്ലാം 10ൻ്റെ പവർ മൈനസ് ആണ് പറയുന്നത്. ഇവിടെ പവർ ഒന്നും പറഞ്ഞിട്ടില്ല, ബാക്കി എല്ലാം മൈനസ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫ്രീക്വൻസി, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ദാറ്റ് ഈസ് ന്യൂ എന്ന് പറയുന്നത് 2 × 10⁻10 Hz ആണ് ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി. ഇനി മാത്രമല്ല ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ് പറയുന്നുണ്ടല്ലേ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 48 V/m എന്നാണ് വന്നിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 48 V/m എന്നാണ് വന്നിരിക്കുന്നത്. ചോദ്യം എന്താണ്? വേവ് ലെന്ത് ഓഫ് ദി വേവിൻ്റെ വേവ് ലെന്താണ് ചോദിച്ചിരിക്കുന്നത്. അതിന് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ, ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും മാഗ്നറ്റിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും ഒന്ന് തന്നെയാണ്. അത് തന്നെയായിരിക്കും വേവിൻ്റെ ഫ്രീക്വൻസിയും. ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും മാഗ്നറ്റിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും ഒന്ന് തന്നെയാണ്. അത് തന്നെയാണ് ആരുടെയും ഫ്രീക്വൻസി? വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ദി വേവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ന്യൂ എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി ഓഫ് ദി വേവ്. അപ്പോൾ ഫ്രീക്വൻസി അറിയാം. പിന്നെ ഇത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇതിലേ കൂടിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് എടുത്തു വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായിട്ട് എഴുതുക? വാക്യൂമായിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് C അറിയാം. C ഈസ് ഈക്വൽ ടു 3 × 10⁸ m/s. ഏതാ സ്ഥലം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെപ്പോഴും വാക്യൂമായിട്ടാണ് എടുക്കുക. അപ്പോൾ 3 × 10⁸ m/s. നമുക്ക് ഫോർമുല അറിയാലോ. C ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ. അങ്ങനെയാണ് വേവ് ലെന്ത് ലാംഡ ഈസ് ഈക്വൽ ടു C/ന്യൂ. ശരിയല്ലേ? C എത്രയാണ്? C 3 × 10⁸ ആണ്. ന്യൂ എത്രയാണ്?
ന്യൂ 2 ഇൻറ്റു 10⁻10 ആണ് അല്ലേ. അപ്പം ഇവർ രണ്ടും കൂടെ ക്യാൻസലായി 1.5 വരും. സോ ആൻസർ എത്രയാണ്? 1.5 ഇൻറ്റു 10⁻2 മീറ്റർ എന്ന് എഴുതാം അല്ലേ. 1.5 ഇൻറ്റു 10⁻2 മീറ്റർ. ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ 3 ആണ് വരിക. ഓക്കെ അല്ലേ? ഓപ്ഷൻ 3 ആണ് വരിക. യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 22ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 22ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കിയേ. 22ാമത്തെ ക്വസ്റ്റ്യന് ചാർജ് ഓൺ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പോൾ ആദ്യമേ തന്നെ പറയുവാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനകത്തെ ചാർജ് വേരി ചെയ്യുന്ന ഇക്വേഷൻ തന്നേക്കുന്നത്. ഇപ്പോൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അതിനകത്തെ ചാർജ് വേരി ചെയ്യുന്ന ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എഴുതുക. ഇതിനകത്തെ ചാർജ് വേരി ചെയ്യുന്ന ഇക്വേഷനാണ് Q = Q0 ഇൻറ്റു കോസ് 2π ഇൻറ്റു ടി. ഓക്കെ, 2π ഇൻറ്റു ന്യൂ ഇൻറ്റു ടി, 2π ഇൻറ്റു ന്യൂ ഇൻറ്റു ടി. ദ പ്ലേറ്റ്സ് ആർ വെരി ലാർജ് ആൻഡ് ക്ലോസ് ടുഗദർ. അത് നമ്മൾ സാധാരണ നമ്മുടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനകത്ത് പറയുന്ന അതേ കണ്ടീഷൻ തന്നെയാണ്. ഏരിയയും അറിയാം, അതുപോലെ സെപ്പറേഷൻ ഡിയും ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ത്രൂ ദി കപ്പാസിറ്ററീസ്. അങ്ങനെയാണ് ഈ കപ്പാസിറ്റി കൂടെയുള്ള കറണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ ചോദിക്കണമെങ്കിൽ ഇവനെ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു AC സോഴ്സിലേക്കാണ് അല്ലേ, ഒരു AC സോഴ്സിലേക്കാണ്. അപ്പോൾ ഈ കപ്പാസിറ്റർ പ്ലേറ്റിനകത്ത് ചാർജ് വേരി ചെയ്യുന്ന ഇക്വേഷനാണ് തരിക. അപ്പോൾ അകത്തൂടെ എന്ത് കറണ്ട് ഉണ്ട്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഉണ്ട്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എത്രയാണ് എന്നാണ് ചോദ്യം. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് കണ്ടുപിടിക്കാം? എങ്ങനെയാണ് നമ്മൾ സാധാരണ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് കണ്ടുപിടിക്കാം? അതിലേക്ക് നമ്മൾ പോയി സമയമൊന്നും കളയണ്ട, ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ കണ്ടുപിടിക്കാമല്ലോ. എന്ത് ചെയ്താൽ മതി? നമ്മളൊരു കണ്ടിന്യൂറ്റി പറയാറില്ലേ, ഇതിനകത്തൂടെയുള്ള കറണ്ട് കണ്ടക്ഷൻ കറണ്ട് അല്ലേ. കണ്ടക്ഷൻ കറണ്ടും ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും ഈക്വൽ ആയിരിക്കണം. ആ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവണം. അപ്പോൾ സിംപ്ലി പറഞ്ഞാൽ മതി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഈസ് ഈക്വൽ ടു ഏതാടാ പിള്ളേരെ? കണ്ടക്ഷൻ കറണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? കണ്ടക്ഷൻ കറണ്ട് കണ്ടുപിടിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കണ്ടക്ഷൻ കറണ്ടായി. ചാർജിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ആണ് നമ്മൾ കണ്ടക്ഷൻ കറണ്ട് എന്ന് പറയുക. അത് തന്നെയാണ് ആര്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ശരിയല്ലേ? അപ്പോൾ അങ്ങോട്ട് വരുവാണെങ്കിൽ നോക്കിക്കേ, Q0 കോൺസ്റ്റൻറ്റ്, പിന്നെ കോസ് 2π ഇൻറ്റു ന്യൂ ഇൻറ്റു ടി, കോസ് 2π ഇൻറ്റു ന്യൂ ഇൻറ്റു ടി. നമുക്ക് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. കോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഒരു മൈനസ് വരുമല്ലോ, മൈനസ് സൈൻ 2π ഇൻറ്റു ടി ഇൻറ്റു ഇനി എന്താ ഒരു 2πയും കൂടെ അല്ല 2π ഇൻറ്റു ന്യൂ ഇൻറ്റു ഉണ്ട് അല്ലേ, ന്യൂ ഇൻറ്റു ടി ഇൻറ്റു ന്യൂവും കൂടെ വരും. അപ്പോൾ എന്താടാ വളരെ ആൻസർ വരിക? മൈനസ് Q0 ഇൻറ്റു 2π ഇൻറ്റു ന്യൂ ഇൻറ്റു സൈൻ 2π ഇൻറ്റു ടി. അതായത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 2 അല്ലേ വരിക? ഓപ്ഷൻ 2 ആണ് നമുക്ക് ആൻസർ വരിക അല്ലേ. ഓപ്ഷൻ 2 ആണ് ആൻസർ വരിക. അപ്പോൾ 22ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ക്ലിയർ ആണ് എന്ന് കരുതുവാണ്. 23ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 23ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, അപ്പോൾ നമുക്ക് 23ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കിയോളൂ. എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റിംഗ് എലോങ് വൈ ഡയറക്ഷൻ. ഇത് ഭയങ്കര സിമ്പിൾ ആയിപ്പോല്ലോ. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റിംഗ് എലോങ് വൈ ഡയറക്ഷൻ എന്നാണ് പറയാം. ഇനി കറസ്പോണ്ടിങ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാര്യമാണേ. അറ്റ് എനി ടൈം ഈസ് എലോങ് എക്സ് ആക്സിസ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നത് എക്സ് ആക്സിസിൽ കൂടിയാണ്. ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നത് എക്സ് ആക്സിസിൽ കൂടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അതായത് വേവിൻ്റെ വെലോസിറ്റി ഏത് ഡയറക്ഷനാണ്? വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വൈ ഡയറക്ഷനിൽ കൂടിയാണ്. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വൈ ഡയറക്ഷനിൽ കൂടിയാണ്. അതായത് വെലോസിറ്റി വൈ ഡയറക്ഷനിൽ കൂടിയാണ്. പക്ഷേ അതേ സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നത് ഏത് ഡയറക്ഷനിൽ കൂടിയാണ്? എക്സ് ഡയറക്ഷനിൽ കൂടിയാണ്. ഇനി ദ ഡയറക്ഷൻ ഓഫ് ബി. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുന്നത് ഏത് ഡയറക്ഷനാണ് എന്നാണ് ചോദിച്ചത്. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനാണ് വേരി ചെയ്യുക? അപ്പം അതിനുവേണ്ടി നമ്മളൊരു ഐഡിയ പറയാനുണ്ടല്ലേ. ഇത് എന്താ പറയുക, പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒരു റിലേഷൻ പറയാറുണ്ടല്ലോ. വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് ഇ ക്രോസ് ബി. ഇ ക്രോസ് ബി എങ്ങോട്ടാണോ ആ ഡയറക്ഷനാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. ശരിയല്ലേ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് ഇ ക്രോസ് ബി എന്നാണ് പറയുക അല്ലേ. ഇ ക്രോസ് ബി എങ്ങോട്ടാണോ ആ ഡയറക്ഷനാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇ ക്രോസ് ബി എന്താണ്? ഇ ക്രോസ് ബിയുടെ ഡയറക്ഷനാണ് വൈ എന്നറിയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇ ഏത് ഡയറക്ഷനാണ്? ഇ എക്സ് ആണല്ലേ. അപ്പോൾ ഞാൻ അവിടെ എന്തെഴുതി? ഐ ക്യാപ്പ് എഴുതി. ഐ ക്യാപ്പ് ക്രോസ് ബി. ഓക്കെ, ബി ആരാന്ന് നമുക്കറിയില്ല, ബി ഏത് ഡയറക്ഷനാണെന്ന് അറിയില്ല. അതപ്പോൾ അവിടെ എങ്ങനെ കിടക്കട്ടെ. ഇനി ഇതാണ് വെലോസിറ്റി ഡയറക്ഷൻ. വെലോസിറ്റി ഡയറക്ഷൻ ഏതാണ്? ജെ ക്യാപ്പ്. അപ്പോൾ ഐ ക്യാപ്പിൻ്റെ കൂടെ ആരുടെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താലാണ് നമുക്ക് ജെ ക്യാപ്പ് കിട്ടുക? കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇ ക്രോസ് ബിയുടെ ഡയറക്ഷനാണ് വെലോസിറ്റി പോകുക.
ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനാണ്? എക്സ് ഡയറക്ഷനാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനാണെന്ന് അറിയത്തില്ല, വെലോസിറ്റി ജെ ഡയറക്ഷനാണെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്തെടുക്കണം? നമ്മൾ നേരത്തെ ഒന്ന് കാണിച്ചാണ്, ഇത് ഐ, ഇത് ജെ, ഇത് കെ ആണ് അല്ലേ. ഓക്കെ, നോക്കുക, നമുക്ക് ജെ വേണം. ജെ വേണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ജെ വേണമെങ്കിൽ കെ ക്രോസ് ഐ എടുക്കുവാണെങ്കിൽ ജെ കിട്ടും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ഐ ക്രോസ് ജെ എടുക്കുവാണെങ്കിൽ എന്താ കിട്ടുക? ഐ ക്രോസ് ജെ എടുക്കുവാണെങ്കിൽ ഐ ക്രോസ് കെ എടുക്കുവാണെങ്കിൽ മൈനസ് ജെ ആയി പോകും അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഐ ക്രോസ് മൈനസ് കെ എടുത്ത് ഐ ക്രോസ് മൈനസ് കെ എടുക്കുവാണെങ്കിൽ ജെ വരും അല്ലേ. ഐ ക്രോസ് കെ ആയിരുന്നെങ്കിൽ മൈനസ് ജെ ആണ്, അപ്പോൾ ഐ ക്രോസ് മൈനസ് കെ ആണെങ്കിൽ ജെ വരും അല്ലേ. അപ്പോൾ ഏത് ഡയറക്ഷൻ വരും? നെഗറ്റീവ് ഇസഡ് ഡയറക്ഷനിൽ കൂടിയാണ് മാഗ്നറ്റിക് ഫീൽഡ്. നെഗറ്റീവ് ഇസഡ് ഡയറക്ഷൻ അല്ലേ. ഓപ്ഷൻ 4 വരും. ഓക്കെ അല്ലേ, നെഗറ്റീവ് ഇസഡ് ഡയറക്ഷൻ. ഓക്കെ ആണോ? അപ്പോൾ ഏതാണ് ക്വസ്റ്റ്യൻ? 23ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 4 ആണ് അല്ലേ. ഇനി നമുക്ക് 24ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 24ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും എടുത്തോ. 24ാമത്തെ ക്വസ്റ്റ്യൻ അത് ഇത് ഭയങ്കര സിമ്പിളാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ പെട്ടെന്ന് വെപ്രാളം കാണിച്ച് തെറ്റിക്കാനായിട്ട് ഒരു ചെറിയ ചാൻസ് ഉണ്ട് കേട്ടോ. ഫ്രീക്വൻസി ഓർഡർ ഫോർ ഗാമ റേസ്. ഗാമ റേസ് എന്ന് പറയുമ്പം അതിനെ ബി എന്ന് എഴുതിയേക്കും കേട്ടോ, നമ്മളെ പറ്റിക്കാൻ വേണ്ടി ബി എന്ന് എഴുതിയേക്കുവാണ്. ഓക്കെ, ഇനി എക്സ് റേസ് എ, യു വി റേസ് സി. ഓക്കെ, ഗാമ റേസ് ബി, എക്സ് റേസ് എ എന്ന് എടുക്കുവാണ്, അൾട്രാവയലറ്റ് റേസിനെ സി എന്ന് എടുക്കുവാണ്. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? ഫ്രീക്വൻസിയുടെ ഓർഡർ. ഫ്രീക്വൻസിയുടെ ഓർഡറൊക്കെ എല്ലാവരും കാണാൻ പഠിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ. ഏറ്റവും ഫ്രീക്വൻസി കൂടിയത് ആരാണ്? ഏറ്റവും ഫ്രീക്വൻസി കൂടിയത് അല്ലെങ്കിൽ എനർജി കൂടിയത് ഗാമ റേ ആണ് അല്ലേ. ഏറ്റവും ഫ്രീക്വൻസി കൂടിയത് അല്ലെങ്കിൽ എനർജി കൂടിയത് ഗാമ റേ ആണ്. പിന്നെ അടുത്ത ആരാണ് വരിക? പിന്നെ എക്സ് റേ ആണ് വരിക. പിന്നെ അടുത്ത ആരാണ് വരിക അല്ലേ? ഗാമ റേ, എക്സ് റേ, അതുപോലെ അൾട്രാവയലറ്റ്, പിന്നെ വിസിബിൾ വരും അല്ലേ. വിസിബിൾ വരും, പിന്നെ ഇൻഫ്രാറെഡ് വരും അല്ലേ. ഇൻഫ്രാറെഡ് വരും. അങ്ങനെ പോവല്ലേ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും ഫ്രീക്വൻസി കൂടിയ, അപ്പോൾ ആ ഡയറക്ഷനിൽ പോകുമ്പോൾ എന്താ കൂടുക? വേവ് ലെന്ത് കൂടും അല്ലേ. ഈ ഇങ്ങോട്ട് പോകുമ്പം വേവ് ലെന്ത് കൂടും, ഇങ്ങോട്ട് വരുമ്പം ഫ്രീക്വൻസി കൂടും. അതാണ് ഏറ്റവും എനർജി കൂടിയ ആൾ ഗാമ റേ എന്ന് പറയാം. അപ്പോൾ ഗാമ റേക്കാണ് ഏറ്റവും ഫ്രീക്വൻസി കൂടുതൽ. അപ്പോൾ ഫ്രീക്വൻസി കൂടുതൽ ഗാമ റേക്ക് ബി എന്നാണ് കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ ബിക്ക് ആയിരിക്കണം ഏറ്റവും കൂടുതൽ. പിന്നെ അടുത്ത ആരാണ്? എക്സ് റേയെ നമ്മൾ എ എന്നാണ് വിളിച്ചേക്കുന്നത്. പിന്നെയാണ് അൾട്രാവയലറ്റ് സി വരിക. അപ്പോൾ ബി ഗ്രേറ്റർ ദാൻ എ ഗ്രേറ്റർ ദാൻ സി. ആൻസർ 1 അല്ലേ വരിക. ഓക്കെ, ഇനി നമുക്ക് ഏതാണ് എടുക്കുക? ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, 25ാമത്തെ ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. എല്ലാവരും നോക്കിയേ, 25ാമത്തെ ക്വസ്റ്റ്യൻ. 25ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്യണം. നോക്കിയേ, എല്ലാവരും ചെയ്തോ. 25ാമത്തെ ക്വസ്റ്റ്യൻ സമയങ്ങളല്ലേ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ട്രാവൽ ഇൻ എ മീഡിയം. അതായത് ഏതോ ഒരു മീഡിയത്തിൽ കൂടി ട്രാവൽ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാവൽസ് ഇൻ എ മീഡിയം വിച്ച് ഹാസ് റിലേറ്റീവ് പെർമിബിലിറ്റി. ഓക്കെ, റിലേറ്റീവ് പെർമിബിലിറ്റിയാണ് തന്നേക്കുന്നത്. അതായത് മ്യൂ ആർ എത്രയാണ്? 1.3. ആൻഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ആരാണ്? എപ്സിലോൺ ആർ. അത് എത്രയാണ്? 2.14. അപ്പോൾ 1.3 ഉണ്ട്, 2.14 ഉണ്ട്. സ്പീഡ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇൻ ദിസ് മീഡിയം. ഈ മീഡിയത്തിലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല V = അല്ലേ. മീഡിയത്തിൽ കൂടിയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ, ആദ്യം നമ്മൾ വാക്വത്തിൽ കൂടിയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല C = 1/√μ0 × ε0 ആണ് എടുക്കുക അല്ലേ. വാക്വത്തിൽ കൂടിയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ. ഇനി നമുക്ക് മീഡിയത്തിൽ കൂടിയാണ് ട്രാവൽ ചെയ്യുക. മീഡിയത്തിൽ കൂടിയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഫോർമുല എങ്ങനെ വരും? ഫോർമുല വരിക √μ0 എന്നുള്ളത് പെർമിബിലിറ്റി ഓഫ് ദി മീഡിയം ഇൻറ്റു പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം. ഇനി അതിനെ നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്യാം? V = 1/√μ എന്നുള്ളത് μ0 × μr എന്ന് എഴുതാലോ. ഇനി എപ്സിലോൺ എന്നുള്ളത് ε0 × εr എന്ന് എഴുതാലോ. ശരിയല്ലേ? ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ 1/√μ0 ε0 എന്ന് പറഞ്ഞാൽ C അല്ലേ. സോ V = C / എങ്ങനെ എഴുതാം? μr × εr എന്ന് എഴുതാം. ശരിയല്ലേ? പിന്നെ അത് എന്തൊക്കെ ഡേറ്റയാണ് പിള്ളേരെ തന്നേക്കുന്നത്? നമുക്ക് ഡേറ്റ തന്നേക്കുന്നത് μr അറിയാം, εr അറിയാം അല്ലേ. കണ്ടുപിടിക്കേണ്ടത് വിയുമാണ്. അപ്പോൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. V = C. സിയുടെ വാല്യൂ എത്രയായിരുന്നു? സിയുടെ വാല്യൂ അത് നമുക്കറിയാലോ, 3 × 10⁸ /√μr. μr എത്രയാണ് നോക്കിക്കേ? 1.3. μr 1.3 ആണ്. εr 2.14 ആണ് അല്ലേ. ഒരു കാര്യം ചെയ്തോട്ടെ, നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്ത സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് ആൻസർ പറയാം. എങ്ങനെയാണ് സിമ്പിളായിട്ട് ആൻസർ പറയാം? 1.3യും 2.14 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്നതാണെങ്കിലും 4 കുറവായിരിക്കില്ലേ.
4ൽ കുറവുള്ള ഒരു സാധനത്തിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്നാണെങ്കിലും 2ൽ കുറവായിരിക്കില്ലേ? ഇനി 2 ആയിരുന്നെങ്കിൽ ആൻസർ എന്ത് വന്നേനെ? 3/2 എന്ന് പറഞ്ഞാൽ 1.5 വരും. അപ്പോൾ 1.5ലും കൂടുതലായിരിക്കണം അല്ലേ? 1.5ലും കൂടുതലായിരിക്കണം, ശരിയല്ലേ? 1.5ലും കൂടുതൽ എന്നാൽ പിന്നെ അത് ഒത്തിരി കൂടി പോകാനും പറ്റില്ല. അങ്ങനെയുള്ള ഏതാ വാല്യൂ ഉള്ളത്? 1.8 വരും അല്ലേ? 1.8 വരും, പിന്നെ 10⁸8 വരും അല്ലേ? 1.8 × 10⁸8 ശരിയല്ലേ? ഞാൻ പറഞ്ഞ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? യെസ്, 1.8 × 10⁸8. വേറെ 1.8 ഉണ്ട്, പക്ഷേ 10ൻ്റെ പവർ ശരിയല്ല. അപ്പോൾ ആൻസർ എന്ത് വരും? ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരിക അല്ലേ? ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഈ ചെയ്ത ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് കരുതിക്കോട്ടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിൽ ഏതൊക്കെ ചാപ്റ്റർ ഉണ്ടായിരുന്നു? മൂവിങ് ചാർജസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ EM വേവ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ചാപ്റ്ററും നമ്മൾ ഒന്ന് ഹാൻഡിൽ ചെയ്ത് മൂവിങ് ചാർജസ് നമുക്ക് അത് അറിയാലോ, ഒരുപാട് ഡയറക്ഷനും അതുപോലെ തന്നെ ട്രിക്കും വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ക്വസ്റ്റ്യൻസ് നമ്മൾ മൂവിങ് ചാർജസിൽ നല്ലപോലെ നോക്കിയിട്ടുണ്ട്. അതുപോലെ മാഗ്നറ്റിസം ആൻഡ് മാറ്ററും നല്ല ട്രിക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് കമ്പാരിറ്റീവ്ലി നമുക്ക് ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് കാണാറ്, അതുകൊണ്ട് നമ്മൾ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് ആകും എന്ന് കരുതുവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠനമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് എന്ന് കരുതുവാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എക്സാം ഒക്കെ എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുവാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്സിൻ്റെ ക്ലാസ് എടുക്കാനായിട്ട് സാറ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശരി, താങ്ക്
ഹായ്, ഗുഡ് ഈവനിങ് ഡിയേഴ്സ്. നമ്മുടെ മാത്തമാറ്റിക്സ് സെഷനാണിന്ന്. രാവിലെ റോയ് സാറ് നിങ്ങൾക്ക് എടുത്തിരുന്നു. സാറ് കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റിയും ഒക്കെ പറഞ്ഞു. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുന്നത് ഫങ്ഷൻസിൽ നിന്നും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷനിൽ നിന്നുമാണ്. പഴയകാല ക്വസ്റ്റ്യനുകളൊന്നും തന്നെ ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ ആ കഴിഞ്ഞ വർഷത്തേക്കൊരു ട്രെൻഡ് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളും ഒക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കൺസെപ്റ്റ് കംപ്ലീറ്റ് കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വലിയ അഡ്വാൻസ്ഡിൻ്റെ ലെവൽ ക്വസ്റ്റ്യനുകളൊന്നും തന്നെ നമ്മൾ എടുത്തിട്ടില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്ന ഇതാണ്: ദി ഡൊമൈൻ ഓഫ് ദി ഫങ്ഷൻ. ശ്രദ്ധിക്കുക, ദി ഡൊമൈൻ ഓഫ് ദി ഫങ്ഷൻ fx ഈക്വൽ ടു log ഓഫ് 5x minus x square by 4 to the base 10 the whole raised to half. നമുക്കറിയാം ലോഗ് വിത്ത് എനി ബേസ് ഈസ് ഡിഫൈൻഡ് ഫോർ പോസിറ്റീവ് വാല്യൂസ് ഓൺലി ആണ് നമുക്കറിയാം. ബട്ട് ദ റേഞ്ച് ഓഫ് ലോഗ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണെന്നും അറിയാം. പക്ഷേ ഇവിടെ എന്താ സംഭവം? നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ഇവിടെ ലോഗിനെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പണി കിട്ടും. ആക്ച്വലി ഇറ്റ് ഈസ് എ റൂട്ട് ഫങ്ഷൻ. കാരണം ദ ഹോൾ റേസ് ടു ഹാഫ് ഉണ്ട് അവിടെ, അല്ലേ? അപ്പോൾ നമുക്ക് റൂട്ടിൽ ഉള്ളിലുള്ള ക്വാണ്ടിറ്റി എപ്പോഴും എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0 ആവണം. അപ്പോൾ ദ ഡൊമൈൻ ഈസ് ഗിവൺ ബൈ എന്ത് പറയാം? ദ ക്വാണ്ടിറ്റി അണ്ടർ ദ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ലോഗ് 5x മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 ആണ്. ഈ ക്വാണ്ടിറ്റി എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. റൂട്ടിനകത്ത് 0 വരാം. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. നമുക്കറിയാം ലോഗ് എക്സ് ടു ദ ബേസ് എ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ എ റൈസ് ടു 0 ആണ്, അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ്. എപ്പോഴാണെന്നും കൂടെ പറഞ്ഞേക്കാം. വെൻ ദ ബേസ് എ ഈസ് ഗ്രേറ്റർ ദാൻ എ ഈസ് ഗ്രേറ്റർ ദാൻ 1. ബേസ് 1നേക്കാൾ വലുതാണെങ്കിൽ മാത്രമാണിത്. ബേസ് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1 ആണെങ്കിൽ ദ ഇനീക്വാലിറ്റി റിവേഴ്സ്ഡ്, ഇത് തിരിഞ്ഞു വരും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? 5x മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 റൈസ് ടു 0 എന്ന് വരും. അല്ലെങ്കിൽ 5x മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വരും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. നമുക്ക് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ എന്ത് വരും? 5x മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് വരും. 5x മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാണ് നമുക്ക് കിട്ടുക. അതായത് നമുക്കവിടെ കിട്ടുന്ന സംഭവം ഇത് രണ്ടും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 4 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. ടേംസ് എല്ലാം റൈറ്റ് സൈഡിലേക്ക് നമ്മൾ കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഇത് നമുക്ക് ഫാക്ടറൈസ് ചെയ്യുവാണെങ്കിൽ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. ഇവനെ നമുക്ക് നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ എന്താണ് കിട്ടുക എന്ന് നമുക്ക് പറഞ്ഞു തരാം. ഇവിടെ 1 ഉണ്ട്, 4 ഉണ്ട്. മക്കളെ, ഇവിടെ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 4 കിട്ടും, അത് പോസിറ്റീവാണ്. 0 വരുന്നത് 1ന് താഴെയാണ്, അപ്പോൾ ഇവിടെ നെഗറ്റീവാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇൻ്റർവെല്ലിൽ പോസിറ്റീവാണ് കിട്ടുക, അടുത്ത ഇൻ്റർവെല്ലിൽ നെഗറ്റീവാണ് കിട്ടുക. അപ്പോൾ നമുക്ക് വേണ്ടത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ഇതിനകത്ത് പോസിറ്റീവ്, ഇതിൽ നെഗറ്റീവ്, ഇതിൽ പോസിറ്റീവ് വരുന്നു. നെഗറ്റീവ് പോസിറ്റീവ്. അപ്പം നെഗറ്റീവ് വരുന്ന എവിടെയാ? 1ന്. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആയാൽ മാത്രമേ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവൂ. ദർഫോർ ദ ഡൊമൈൻ ഈസ് ഗിവൺ ബൈ എന്ത് വരും? 1 to 4. ക്ലോസ്ഡ് ഇൻ്റർവെൽ 1 to 4 എന്ന് പറയുന്ന ഇതാണ് നമ്മളുടെ ആൻസറായിട്ട് കിട്ടുക. ക്ലോസ്ഡ് ഇൻ്റർവെൽ 1 to 4 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ക്ലോസ്ഡ് ഇൻ്റർവെൽ 1 to 4 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആൻസർ ഏതാണ്? ഇതാണ്.
ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യനും വേറൊരു സംഭവമാണ്, ദ റേഞ്ചാണ് നമുക്ക് ക്വസ്റ്റ്യൻ. നമ്മളെല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനുകളുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്ന ഇതാണ്, ഫൈൻഡ് ദി റേഞ്ച് ഓഫ് ദ ഫങ്ഷൻ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ പ്ലസ് 2. ഇതിൻ്റെ ഡൊമൈനാണ് ചോദിച്ചിരുന്നതെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഡിഫൈൻഡ് ആവണമെങ്കിൽ -1 മുതൽ +1 വരെയുള്ള വാല്യൂസ് ആയിരിക്കണം. ക്ലിയർലി ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ആണ്, കാരണം ന്യൂമറേറ്റർ എന്ന് പറയുന്നത് x സ്ക്വയർ പ്ലസ് 1, അതിനേക്കാൾ വലുതാണ് ഡിനോമിനേറ്റർ ആകുന്ന x സ്ക്വയർ പ്ലസ് 2. ഇനി ബോത്ത് ആർ പോസിറ്റീവ്, ദെർഫോർ ഇറ്റ് ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ 0 and 1 ആണ്. ദെർഫോർ ദ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ഫോർ എനി റിയൽ എക്സ് എന്ന് വേണേൽ പറയാം. ഡൊമൈൻ ഇവിടെ റേഞ്ചാണ് വേണ്ടത്. നമുക്കിങ്ങനെയുള്ള ഫംഗ്ഷനുകൾ വരുമ്പോൾ ഏതൊക്കെ വാല്യൂസാണ് കിട്ടണത് എന്നറിയണം. അതിന് നമ്മൾ ആ വന്നിരിക്കുന്ന സാധനം, ഇപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സാണ് നമുക്ക് കിട്ടി. ഇവിടെ ഈ x സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റിയെ നമുക്ക് x സ്ക്വയർ പ്ലസ് 2 - 1/x സ്ക്വയർ പ്ലസ് 2 എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ ഇത് 1 - 1/x സ്ക്വയർ പ്ലസ് 2 എന്ന് കിട്ടും. അതായത് ഈ ഫംഗ്ഷന് x സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ പ്ലസ് 2 വരാവുന്ന വാല്യൂസാണ് നമ്മൾ നോക്കുന്നത്. എന്നാലേ നമുക്കിതിൻ്റെ സൈൻ ഇൻവേഴ്സ് എടുക്കാൻ പറ്റൂ. ഇനി മക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x സ്ക്വയർ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ് എന്ന് നമുക്കറിയാം. കാരണം എന്താണ്, x സ്ക്വയർ ക്യാൻ ടേക്സ് എനി പോസിറ്റീവ് വാല്യൂ ആണ് വരിക. രണ്ടിടത്ത് ഞാൻ 2 ആഡ് ചെയ്യുകയാണെങ്കിൽ എന്തൊരു 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് 2 ലെസ് ദാൻ ഓർ ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് നമുക്ക് വരുന്നു. അപ്പോൾ x സ്ക്വയർ പ്ലസ് 2 വാല്യൂ നമുക്ക് വരുന്നത് എന്താണ്, ഇൻഫിനിറ്റി വരെ. ഞാൻ ടേക്കിംഗ് റെസിപ്രോക്കൽസ് ഓൺ എടുക്കുക. റെസിപ്രോക്കൽസ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ, ഇനീക്വാലിറ്റി വിൽ ബി റിവേഴ്സ്ഡ് ആൻഡ് ഇറ്റ് ഈസ് 0. എന്താവും, 0 ആവും. കാരണം ഗ്രേറ്റർ ദാൻ 1/∞ എന്ന് പറയുന്ന 0 ആണ്. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഗൈൻ ഇനീക്വാലിറ്റി വിൽ ബി റിവേഴ്സ്ഡ്. അപ്പോൾ എന്ത് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ -1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1/x സ്ക്വയർ പ്ലസ് 2 ലെസ് ദാൻ എന്ത് വരും, 0 എന്ന് വരും. നൗ ആഡിങ് 1 ത്രൂ ഔട്ട്, എല്ലായിടത്തും ഒരു 1 ആഡ് ചെയ്യുക. അപ്പോൾ 1 - 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 - 1/x സ്ക്വയർ പ്ലസ് 2 ലെസ് ദാൻ എന്ത് വരും, 1 എന്ന് നമുക്ക് കിട്ടും. ലെസ് ദാൻ 1 എന്ന് നമുക്ക് കിട്ടും. ഇനി എന്താണ് കിട്ടുക, അപ്പോൾ 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 - 1/x സ്ക്വയർ പ്ലസ് 2 ലെസ് ദാൻ എത്ര കിട്ടും, 1 എന്ന് കിട്ടും. ഇവിടെ സൈൻ ഇൻവേഴ്സിൻ്റെ വാല്യൂ ആണ് വരിക. അപ്പോൾ ടേക്കിംഗ് സൈൻ ഇൻവേഴ്സ് ത്രൂ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്ത് വരും, സൈൻ ഇൻവേഴ്സ് 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എന്ത്, x സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ പ്ലസ് 2 ലെസ് ദാൻ എന്ത് വരും, സൈൻ ഇൻവേഴ്സ് 1 എന്ന് കിട്ടും. ദ ആൻസർ ഈസ് എന്താണ്, π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ ഗിവൺ ഫംഗ്ഷൻ fx ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 എന്ന് വരും. ഇത് ഓർ ഈക്വൽ ടു വരില്ല കേട്ടോ, ഇതാണ് വരിക. സോ ദ റേഞ്ച് എന്ന് പറയുന്നത് π/6 to π/2 എന്ന് വരും. അപ്പോൾ ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത് π/2 to π/6 എന്നാണ് കിട്ടുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ദാ, the number of real solutions of the function logarithm of x to the base 0.5 equal to 2 mod x. ഇവിടെ കുഴപ്പം, ഒന്ന് ലോഗരിതമിക് ഫംഗ്ഷനാണ്, മറ്റത് ഓൾജിബ്രൈക്ക് ആണ്. നമുക്കിതിനെ സോൾവ് ചെയ്യണമെങ്കിൽ എക്സിനെ ഫ്രീ ആക്കണം, ലോഗിൽ നിന്ന് മാറ്റണം. പക്ഷേ അതിവിടെ നടക്കില്ല. പക്ഷേ നമുക്ക് സൊല്യൂഷൻ അല്ല ചോദിച്ചിരിക്കുന്നത്, പിന്നെ എന്താ, ഹൗ മെനി സൊല്യൂഷൻസ് ആർ ദെയർ. ഇവിടെ നമുക്ക് ഗ്രാഫാണ് ബെസ്റ്റ്. വി ജസ്റ്റ് കൺസിഡർ 2 കർവ്സ്. നമ്മൾ 2 കർവുകൾ എടുക്കുന്നു. 2 കർവുകൾ എന്ന് പറയുന്നത്, ഒന്ന് y equal to log x to the base 0.5 and y equal to
2 മോഡുലസ് ഓഫ് 2 cos x എന്ന് വരുന്നു അല്ലേ. ഇവിടെ നമുക്കറിയാം ഈ ഫംഗ്ഷൻ 0 ആകുന്നത് 1 ആണ്, മോഡെക്സ് ആണ് കേട്ടോ, മോഡെക്സ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഗ്രാഫിലേക്ക് നമുക്കൊന്ന് വരാം. ഇത് x ആക്സിസ്, y ആക്സിസ്. മക്കളെ y ഈക്വൽ ടു ലോഗ് എക്സ് ടു ദ ബേസ് എ വേർ എ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് ദാ ഇങ്ങനെയാണ് വരിക. ഇനി y ഈക്വൽ ടു ലോഗ് എക്സ് ടു ദ ബേസ് എ 0 ലെസ് ദാൻ എ ലെസ് ദാൻ 1 ആണെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, ഗ്രാഫ് ഇങ്ങനെ വരും. ഇനി ഇതിന് മോഡുലസ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും? മോഡുലസ് വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മിറർ ഇമേജ് എടുക്കണം എബൌട്ട് y ആക്സിസ്. അപ്പോൾ നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇതാണ് ഇതിൻ്റെ കർവ് വരിക. y ഈക്വൽ ടു ഏതിൻ്റെയാണ്? ഫസ്റ്റ് 1ൻ്റെ കർവാണ് ഞാൻ വരച്ചത്. y ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് ടു ദ ബേസ് 5. ലോഗ് എക്സ് ടു ദ ബേസ് 0.5 ആയിരുന്നെങ്കിൽ ഈ റൈറ്റ് സൈഡിലുള്ളത് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ഇത് ലോഗ് മോഡ് എക്സ് ആയപ്പോൾ നെഗറ്റീവ് വാല്യൂസും കൊടുക്കാം എക്സെപ്റ്റ് 0. ഇനി y ഈക്വൽ ടു 2 മോഡ് എക്സ് എന്ന് പറയുന്ന കർവ്. മോഡ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ് വരിക, ഇങ്ങനെയാണ് വരിക. കറക്റ്റ് 45 ഡിഗ്രി വരും. പക്ഷേ ഇത് സ്ലോപ്പ് എത്രയാണ്? y ഈക്വൽ ടു 2x ആണ്. അപ്പോൾ കുറച്ചുകൂടെ സ്ലോപ്പ് കൂടുതലാണ്. അപ്പോൾ ഈ കർവ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ വരും. ഇതാണ് ഗ്രാഫ് ഓഫ് y ഈക്വൽ ടു എന്ത്? അപ്പോൾ y ഈക്വൽ ടു 2 മോഡ് എക്സിൻ്റെ ഗ്രാഫാണിത്. ഇത് y ഈക്വൽ ടു ലോഗ് എക്സ് ടു ദ ബേസ്. മക്കളെ ഇതിൽ വളരെ ക്ലിയർ ആണ്. ഈ രണ്ട് കർവുകളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന 2 പോയിൻറ്റുകളെ ഇന്ന് ജീവിച്ചിരിപ്പുള്ളത് ഇത് രണ്ടുമാണ്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി സൊല്യൂഷൻസ് ആർ ദെയർ. അപ്പോൾ ബോത്ത് ദീസ് കർവ്സ് ഇൻ്റർസെക്റ്റ് അറ്റ് ഓൺലി അറ്റ് 2 points. ദെർഫോർ നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഇവിടെ ആൻസർ അവർ കൊടുത്തിരിക്കുന്നത് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. നമ്പർ പൈ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് 2 എന്നാണ് ആൻസർ കിട്ടുക. നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് 2. ഓക്കെ, എവിടെ നിന്നാണ് ഈ പൈ കയറി വന്നതെന്ന് എനിക്കറിയില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇഫ് എഫ് എക്സ് ഈക്വൽ ടു, ശ്രദ്ധിക്കണം, എ എക്സ് റൈസ് ടു 7, ഞാനൊന്നുകൂടെ വ്യക്തമായിട്ട് എഴുതാം. എഫ് എക്സ് ഈക്വൽ ടു എ എക്സ് റൈസ് ടു 7 പ്ലസ് ബി എക്സ് ക്യൂബ് പ്ലസ് സി എക്സ് മൈനസ് 5. എ എക്സ് റൈസ് ടു 7 പ്ലസ് ബി എക്സ് ക്യൂബ് പ്ലസ് സി എക്സ് മൈനസ് 5 ആണ് എഫ് എക്സ്. എ ബി സി ആർ റിയൽ കോൺസ്റ്റൻസ് എന്ന് പറയുന്നു. എ ബി സി ആർ റിയൽ കോൺസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആൻഡ് എഫ് ഓഫ് -7 ഈക്വൽ ടു 7. എഫ് ഓഫ് -7 എന്ന് പറയുന്നത് 7 ആണ് എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതുമായിട്ട് കളയുക. ദെൻ ദി റേഞ്ച് ഓഫ് എഫ് ഓഫ് 17 പ്ലസ് 17 cos x എന്നാണ് കിട്ടേണ്ടത്. 17 cos x-ൻ്റെ നമുക്കറിയാം -17 പ്ലസ് 17 ഇടയ്ക്കാണ് 70, ബിക്കോസ് cos x ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. പക്ഷേ ആ എഫ് ഓഫ് 7 നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇവിടെ ക്വസ്റ്റ്യനുള്ളൂ. വലിയ സംഭവമില്ല എന്ന് ഞാൻ പറയട്ടെ. അതായത് നിങ്ങളിവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കാണുന്ന 3 പവറുകളും ഓടാണ് എന്ന് വെച്ച് ഇത് ഓഡ് ഫംഗ്ഷൻ അല്ല. കാരണം ഇറ്റ് ഈസ് നൈദർ ഈവൻ നോർ ഓടാണ്. പക്ഷേ എഫ് എക്സ് ഇതാണെങ്കിൽ എഫ് ഓഫ് -x എന്ത് വരും എന്നറിയാം അവിടെ. വെൻ വി റീപ്ലേസ് എക്സ് ബൈ -x, എക്സിന് പകരം നമ്മൾ എന്തെഴുതണം? -x എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എക്സ് റൈസ് ടു 7 എന്നുള്ളത് -ax റൈസ് ടു 7 ആവും. പവർ ഓടാണ്. അടുത്തത് ഇത് -bx ക്യൂബ് ആകും, ഇത് -cx ആകും, -5 എന്ന് വരും.
മക്കളെ ഈ കാണുന്ന രണ്ട് ടേമുകളും തമ്മിലൊന്ന് ആഡ് ചെയ്യുക നിങ്ങൾ. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? ഇത് രണ്ടും കട്ട് ചെയ്ത് പോവും, ഇത് രണ്ടും കട്ട് ചെയ്ത് പോവും, ഇത് രണ്ടും കട്ട് ചെയ്ത് പോവും. -5 നമുക്ക് കിട്ടുന്ന എത്രയാണ് മക്കളെ? -10 ആണ്. -5 എന്ന് പറയുന്നത് എത്രയാണ്? -10. അതായത് വാട്ട് എവർ മേ ബി ദ വാല്യൂ ഓഫ് എക്സ്, എക്സ് ആരും ആയിക്കൊള്ളട്ടെ, എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? -10 വരും. അതായത് എഫ് ഓഫ് 7 പ്ലസ് എഫ് ഓഫ് -7 എന്ന് പറയുന്നത് നമുക്ക് -10 ആണ്. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നു എഫ് ഓഫ് -7 എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് 7 പ്ലസ് 7 ഈക്വൽ ടു -10. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് 7 എന്ന് പറയുന്നത് -17 എന്ന് വരും. എത്ര വരും? -17 എന്ന് കിട്ടി. ഇനി നമുക്കറിയാം -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു cos x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ -17 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 17 cos x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 17 ആണ്. ആഡിങ് 17, അപ്പോൾ 17 - 17 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 17 പ്ലസ് ആഡിങ് എഫ് ഓഫ് 7. അപ്പോൾ എഫ് ഓഫ് 7 -17 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് 7 പ്ലസ് 17 cos x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് 7 പ്ലസ് 17 എന്ന് വരും. വേറെ എഫ് ഓഫ് 7 ഈസ് എത്രയാണ്? നമുക്ക് -17 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് -17 മൈനസ് എത്ര വരും? -34 വരും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് 7 പ്ലസ് 17 cos x, എഫ് ഓഫ് 7 പ്ലസ് 17 cos x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരും. കാരണം ഇത് -17 പ്ലസ് -17 0 വരും. So the answer to the question is closed interval -34 to 0 എന്നാണ് വരിക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് കഴിഞ്ഞ ഫേസിൽ ഇതേപോലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു JEE മെയിന്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. If greatest integer x and the fractional part x represent the integral and fractional part respectively, then the value of, ഇവിടെ ഒരെണ്ണം ഇങ്ങനെ കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് അവർ ആ ഓപ്ഷനിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ തന്നത്. കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സിഗ്മ r equal to 1 to 2000 fractional part of x plus r by 2000. മക്കളെ, ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് പ്ലസ് എൻ എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് മാത്രമാണ്. വേർ എൻ ഈസ് ആൻ ഇൻറ്റിജർ, എൻ ബിലോങ്സ് ടു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ. കാരണം എന്താടാ? നമുക്ക് പറയാം, ഇപ്പോൾ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 1.03 എന്ന് പറഞ്ഞാൽ ആര് വരും? 0.03 എന്ന് വരും. അതായത് ഈ 1-ന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടോ? അത് 2.03 ആണെങ്കിലും ആൻസർ എന്ത് തന്നെ വരും? 0.03 വരും. നമുക്ക് മാറില്ല. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഈ എക്സിൻ്റെ വേരിയേഷനാണ് കൊടുക്കാൻ പറഞ്ഞല്ല. സിഗ്മ r equal to 1 to n എന്നാണ് പറയുന്നത്, 2000 ആണ് പറയുന്നത്. കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് where are you from? ആൻസർ കിട്ടിയോടെ ആർക്കെങ്കിലും? സുപ്ര. ഓക്കെ, ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് ആർ എന്നല്ല, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് ആവും. കാരണം എന്താ? ഈ സിഗ്മ r equal to 1 to 2000 എന്ന് പറയുമ്പോൾ മക്കളെ, എക്സ് ആറിന് കൊടുക്കുന്ന വാല്യൂ 1, 2, 3, 4, 5 എക്സെട്ര കൊടുക്കുവാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി പ്രകാരം നമുക്കത് എന്തായിട്ട് മാറും? 1 പ്ലസ് ഫ്രാക്ഷണൽ പാർട്ട്, ഇത് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ആവും. സി, വിത്ത് റെസ്പെക്ട് ടു ദിസ് സിഗ്മ, ഇവിടെ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്.
അപ്പോൾ നമ്മൾ ആക്ച്വലി ഇതിൻ്റെ മീനിങ് എന്താ? ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് പ്ലസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ്, കാരണം 1 കൊടുക്കുമ്പോൾ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ആണ് കിട്ടുക, 2 കൊടുക്കുമ്പോഴും ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ആണ് കിട്ടുക. അപ്പോൾ നമുക്കറിയാം സിഗ്മ ഓഫ് എ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് n ടൈംസ് ദാറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും വെൻ ദ വേരിയേഷൻ ഈസ് ഫ്രം r = 1 to n. അപ്പോൾ ഇവിടെ ഒരു ബൈ 2000 ഉണ്ടായിരുന്നു കേട്ടോ, ബൈ 2000. അപ്പോൾ ഇത് എത്ര എണ്ണം ഉണ്ടടാ? മൊത്തം ഇത് എത്ര എണ്ണം ഉണ്ട്? 2000 ഉണ്ട്. അപ്പോൾ 2000 ഇൻറ്റു എന്ത് വരും? ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ബൈ 2000 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്നാണ് കിട്ടുക. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ്. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എഫ് ഈസ് എ ഫങ്ഷൻ ഫ്രം n to n എന്നാണ് പറയുന്നത്. എഫ് ഈസ് എ ഫങ്ഷൻ ഫ്രം n to n. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ടു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമുക്ക് ഫങ്ഷൻ വന്നിരിക്കുന്നത്. എഫ് ഈസ് എ ഫങ്ഷൻ ഫ്രം n to n വേർ എഫ് എക്സ് ഈക്വൽ ടു, എങ്ങനെയാണ് എഫ് എക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കണം നോക്കാം. വേർ എഫ് എക്സ് ഈക്വൽ ടു എന്താ? എക്സ് മൈനസ് (1) ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ടു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് (-1) ആണ്. മക്കളെ ഒരു കാര്യം നോക്കുക, ഇവിടെ എക്സ് വൈ എക്സ് എന്ന് പറയുന്നത് ആരാ? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഈ ഫംഗ്ഷനെ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഫംഗ്ഷനെ നമ്മളൊന്ന് റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾ ഓർക്കുക, ഇപ്പോൾ (1) ആൻ ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്, (1) ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇപ്പോൾ (1² 1 ആണ്, (1⁵ -1 ആണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ് -1, അതായത് (1) നെ 1 എന്ന് എഴുതാം. ഇഫ് എക്സ് ഈസ് ഈവൻ. അതുപോലെ എക്സ് ഓടാണെങ്കിൽ ഇത് x+1 എന്ന് വരും. ഇഫ് എക്സ് ഈസ് ഓഡ്. നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ എക്സിന് കൊടുക്കാവൂ. എക്സ് ഇവിടെ എന്താണ്? നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് വരച്ച് നോക്കാം. ശ്രദ്ധിക്കണേ, അതായത് ഇത് 1 1 1 2 ആണെന്നാണ് നമുക്കറിയേണ്ടത്. നമ്മൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് ആണ് ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. എങ്ങോട്ട്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ. ഇതാണ് n, ഇതാണ് n. അപ്പോൾ നമുക്കിവിടെയും 1 2 3 4 5 എക്സെട്ര അങ്ങ് പോകുന്നു. ഇവിടെയും 1 2 3 4 5 6 എക്സെട്ര അങ്ങ് പോകുന്നു. മക്കളെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ 1 എടുക്കുകയാണെങ്കിൽ അത് എൻ്റെ ഇമേജ് ആരായിരിക്കും? ഇതിൽ കൊടുക്കണം. എക്സ് 1 ആണെങ്കിൽ ഓഡിൽ കൊടുക്കണം. അപ്പോൾ 1 + 1, അപ്പോൾ 1ൻ്റെ ഇമേജ് 2 ആയിരിക്കും. എക്സിന് 2 ആണ് കൊടുക്കണമെങ്കിൽ അത് 2 ഈവൻ ആണ്, അപ്പോൾ ഇതിൽ കൊടുക്കണം. ഇതിൽ കൊടുക്കുമ്പോൾ 2 - 1, അപ്പോൾ എത്ര വരും? 1 വരും. ഇനി 3 ആണ് കൊടുക്കുന്നതെങ്കിൽ 3 + 1 4 വരും. 4 ആണ് കൊടുക്കണമെങ്കിൽ 4 - 1 3 വരും. അപ്പോൾ ഏത് 2 പെയർ എടുത്തു കഴിഞ്ഞാലും അതിന് ആ 2 എണ്ണമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് നമ്മൾ മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്താണ്? ഡിഫറൻറ്റ് എലമെൻറ്റ് ഹാസ് ഡിഫറൻറ്റ് ഇമേജ്. ആൻ എലമെൻറ്റ് ഇൻ എ ഹാവ് ഓൺലി 1 ഇമേജ്. അപ്പോൾ ഇതെന്താണ്? ഇനി ഇവിടെയുള്ളതെല്ലാം നാച്ചുറൽ നമ്പറാണ്. ഇവിടെയുള്ള ഏത് നാച്ചുറൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു ഇമേജ് ഉണ്ടാകും. ദെർഫോർ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് 1 1 ആൻഡ് ഓൺ 2. ദ ഫംഗ്ഷൻ ഈസ് 1 1 ആൻഡ് ഓൺ 2 എന്നാണ് കിട്ടുക. ക്ലിയർ അല്ലേ? ഓപ്ഷൻ 3 യെസ്. സൂപ്പർമാൻ പറഞ്ഞിട്ടുണ്ട്. സുപ്രനാണ് അടവൻ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, അത് പീരീഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതും നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ബോർഡിൽ ക്ലിയർ അല്ലെങ്കിൽ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കി എഴുതാം. ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ ഇവിടെ പേരും തന്നിട്ടില്ല. 2 raised to fractional part of x plus
3 raised to fractional part of x by 2 plus sin pi x plus cos 2 pi x. ഈ ഫംഗ്ഷൻ്റെ പീരീഡാണ് ചോദിച്ചിരിക്കുന്നത്. പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ഓഫ് എക്സ് പ്ലസ് ടി എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ടി എടുക്കുമ്പോൾ എഫ് എക്സ് തന്നെയാണ് വരുന്നതെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ടി എടുക്കുമ്പോൾ എഫ് എക്സ് തന്നെയാണ് വരുന്നതെങ്കിൽ എഫ് എക്സ് ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരീഡ് ടി എന്ന് നമ്മൾ പറയും. എഫ് എക്സ് ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരീഡ് ടി. ഇനി മറ്റൊരു കാര്യം, എഫ് എക്സിൻ്റെ പീരീഡ് ടി ആണെങ്കിൽ എഫ് ഓഫ് എ എക്സിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ടി ബൈ എ ആയിരിക്കും. വേറെ ഈസ് എ പോസിറ്റീവ് നമ്പർ, അല്ലെ ടി ബൈ മോഡ് എ എന്നൊക്കെ പറയും. എഫ് എക്സിൻ്റെ പീരീഡ് ടി ആണെങ്കിൽ എഫ് ഓഫ് എ എക്സിൻ്റെ പീരീഡ് ടി ബൈ എ. ആൻഡ് മോർ ഓവർ എഫ് എക്സിൻ്റെ പീരീഡ് ടി വണ്ണും ജി എക്സിൻ്റെ പീരീഡ് ടി ടുമാണെങ്കിൽ പീരീഡ് ഓഫ് എഫ് എക്സ് പ്ലസ് ജി എക്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? എൽ സി എം ഓഫ് ടി വൺ ആൻഡ് ടി ടു ആണ്. രണ്ട് പീരിയോഡിക് ഫംഗ്ഷനുകളുടെ കോമ്പിനേഷനുകൾ എടുത്താൽ അതും എന്തായിരിക്കും? പീരിയോഡിക് ആയിരിക്കും. അതും പീരിയോഡിക് ആയിരിക്കും. അവരുടെ പീരീഡ് എന്ന് പറഞ്ഞാൽ ആ ഓരോന്നിൻ്റെയും പീരീഡുകളുടെ എൽ സി എം എടുക്കണമെന്നാണ് പറയുക. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്, ഞാനൊന്നുകൂടെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കറിയാം പീരീഡ് ഓഫ് സൈൻ എക്സും കോസ് എക്സും നമുക്കറിയാം 2π ആണ്. പീരീഡ് ഓഫ് സൈൻ എക്സും 2π ആണ്, പീരീഡ് ഓഫ് കോസ് എക്സും 2π ആണ്. അപ്പോൾ പീരീഡ് ഓഫ് സൈൻ പൈ എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? 2π/π, അതായത് 2. പീരീഡ് ഓഫ് എഫ് ഓഫ് എക്സ് ടി ആണെങ്കിൽ പീരീഡ് ഓഫ് എഫ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് ടി ബൈ എ ആയിരിക്കും. ഇനി രണ്ട് പീരീഡ് ഓഫ് കോസ് 2πx എന്ന് പറയുന്നത് 2π/2π എന്ന് തന്നെയാണ് വരിക. കാരണം ഇവിടെ 2πx ആണ്. അപ്പോൾ 2π ആണ് കോസ് എക്സിൻ്റെ പീരീഡ് ബൈ, അപ്പോൾ അത് 1 എന്ന് വരും. ഇനി ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ പീരീഡ് നമുക്കറിയാം. എത്രയാണ് ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ പ്രത്യേകത? 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വ്യത്യാസം വരുന്നില്ല. നമുക്കറിയാം ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 1.5 ആരാ? 0.5. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 2.5 ആരാ? 0.5. അപ്പോൾ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാക്ഷണൽ പാർട്ട് മാറുന്നില്ല. ദെർഫോർ ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ പീരീഡ് എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഇതെന്ന് പറയുന്നത് പീരീഡ് ഓഫ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ഈക്വൽ ടു 1. ഇനി അടുത്തത് പീരീഡ് ഓഫ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ബൈ 2 എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ പീരീഡ് 1 ആണ്. കോയഫിഷ്യൻ്റ് ഇവിടെ എയുടെ സ്ഥാനത്ത് 1/2 ആണ്. അപ്പോൾ 1/1/2, അപ്പോൾ 2 വരും. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ മക്കളെ, ഈ 2 റൈസ്ഡ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 2 റൈസ്ഡ് ടു ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ ആരുടെ പീരീഡ് തന്നെയാണ്? ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ പീരീഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ 2 എഴുതാഞ്ഞത്. 2 റൈസ് ടു എന്നും 3 റൈസ് ടു എന്നും അവിടെ എഴുതാഞ്ഞത് അതുകൊണ്ടാണ്. മക്കളെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ കാണുന്നത്, ഇവൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് 1 പീരീഡ് 1, ഇവൻ്റെ പീരീഡ് 2, ഇതിൻ്റെ പീരീഡ് 2, ഇതിൻ്റെ പീരീഡ് 1. അപ്പോൾ ആക്ച്വലി ദ പീരീഡ് ഓഫ് ദ ഗിവൺ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? LCM ഓഫ് യെസ് ആൻസർ സൂപ്ര പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. LCM ഓഫ് എന്ത് വരും? LCM ഓഫ് 1 and 2. LCM ഓഫ് 1 and 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ദ പീരീഡ് ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് 2. പീരീഡ് ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്
ഇതും ജെയ്ക്ക് ചോദിച്ചൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ഫങ്ഷൻ എഫ് ഫ്രം 1 to infinity, കാരണം എക്സിന് ഇവിടുത്തെ ഫങ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം, 2 raised to x into x plus 1. x into x plus 1 ആണോ x minus 1 ആണോ ഇവിടെ? വരാവുന്ന മിനിമം വാല്യൂ 1 അല്ലേ? അതാണ് 0 1 to അല്ല 1 to infinity to 1 to infinity ആണ് നമ്മളിവിടെ ഫംഗ്ഷൻ കൊടുക്കുന്ന എക്സിന് കൊടുക്കുന്ന ആദ്യത്തെ വാല്യൂ 1 ആണ്. 1 മുതൽ മേൽപോട്ട് കൊടുക്കുന്നു. ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ്, ഇസ് ഡിഫൈൻഡ് ബൈ ദെൻ ദ ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 1 1 on 2 ആണ് ഫംഗ്ഷൻ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് വേണം. ഇതിൻ്റെ ഇൻവേഴ്സ് വേണമെങ്കിൽ നമുക്ക് ആദ്യം ഇവനെ y എന്ന് വിളിക്കാം. ലെറ്റ് y equal to 2 raised to x square minus x. y is expressed in terms of x. In order to find its inverse, we have to express x in terms of y. ഇപ്പോൾ വൈനെ എക്സിൻ്റെ ടൈമിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ വേണ്ടത്? എക്സിനെ വൈയുടെ ടൈമിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ പവറായിട്ടാണ് എക്സ് വന്നിരിക്കുന്നത്. ആ പവറിനെ താഴെ കൊണ്ടുവരണം. താഴെ കൊണ്ടുവരണമെങ്കിൽ നമുക്കിവിടെ ലോഗ് എടുക്കേണ്ടി വരും. നമുക്കറിയാം ലോഗരിതം ഓഫ് എ റൈസ് ടു എക്സ് ടു ദ ബേസ് എ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ടേക്കിംഗ് ലോഗ് വിത്ത് ബേസ് 2 ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ ലോഗരിതം ഓഫ് വൈ ടു ദ ബേസ് 2 എന്ന് പറയുന്നത് ലോഗരിതം ഓഫ് 2 റൈസ് ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് ആണ്. അതായത് ലോഗരിതം ഓഫ് വൈ ടു ദ ബേസ് 2 എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വരും. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് ലോഗ് വൈ ടു ദ ബേസ് 2 ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ കാണുന്നത് ഇപ്പം നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇൻ എക്സ് ആണ്. ദെർഫോർ വാട്ട് ഈസ് എക്സ്? 1 പ്ലസ് ഓർ മൈനസ് ബി, അതായത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 മൈനസ് 4ac. 4 എന്ന് പറയുമ്പോൾ മൈനസ് 4 ലോഗ് വൈ ടു ദ ബേസ് 2. 4 ഇൻറ്റു 1 ഇൻറ്റു ഇത് വരും, പ്ലസ് ആവും ഇത്, കാരണം ഓൾറെഡി ഇവിടെ മൈനസ് ആണ്. അപ്പോൾ ബൈ 2 ഇൻറ്റു 1 2 വരും. ഇനി ഇവിടെ 1-നേക്കാൾ കൂടുതലായിരിക്കണം വാല്യൂ. അപ്പോൾ 1 മൈനസ് റൂട്ട് ഓഫ് ഇതെടുക്കാൻ പറ്റില്ല. സോ ദ അക്സെപ്റ്റബിൾ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് 4 ലോഗ് വൈ ടു ദ ബേസ് 2, വിച്ച് ഇംപ്ലൈസ് its inverse is f inverse x equal to 1/2 into 1 plus root of 1 plus 4 log x to the base 2. F inverse x equal to 1/2 into 1 plus root of 1 plus 4 log x. Option 2 is the answer. Option 2 പലരും പറഞ്ഞു. ഓപ്ഷൻ 2. 1 മൈനസ് എടുക്കില്ല കേട്ടോ, കാരണം 1 മൈനസ് ഈസ് ലെസ് ദാൻ 1. സോ ആൻസർ ഈസ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഇതും ഈ ടൈപ്പും സ്ഥിരം നമുക്ക് ക്വസ്റ്റ്യൻ കാണുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇതും ഒരു റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത്. ഒരു ഫങ്ഷണൽ റിലേഷൻ തന്നിട്ടുണ്ട്. 3fx പ്ലസ് 2f of x plus 59 by x minus 1, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഈക്വൽ ടു 10x plus 30 for all real x equal to, for all real x ആണ്. Then the value of f of 7 ആണ് ക്വസ്റ്റ്യൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് 7 എന്ന് പറയുന്നതാണ് വേണ്ടത്. വളരെ സിമ്പിളാണ് ഈ സംഭവം. എഫ് ഓഫ് 7 ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ എക്സിന് 7 കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് 7, കാരണം ഇവിടെ എഫ് എക്സ് ഉണ്ട്, അപ്പോൾ എഫ് ഓഫ് 7 കൂടാണ്ട് വേറൊരു ടേം കൂടെ വരും. അത് എന്താണോ അതായിരിക്കണം അടുത്ത കൊടുക്കേണ്ടത്. അപ്പോൾ
നമ്മൾ ഇവിടെ കൊടുക്കുന്നത് പുട്ട് എക്സ് ഈക്വൽ ടു 7. പുട്ട് എക്സ് ഈക്വൽ ടു 7 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു എഫ് ഓഫ് 7 എന്ന് വരും, പ്ലസ് 2 ഇൻറ്റു എഫ് ഓഫ് 59 പ്ലസ് 7 എന്ന് പറയുന്നത് എത്രയാ? 66 ആണ്. 59ഉം 66 വരും. താഴെ 7 മൈനസ് 1 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ എത്ര കിട്ടും? 11. അപ്പോൾ ഇവിടെ വരുന്നത് 2 ഇൻറ്റു എഫ് ഓഫ് 11 എന്ന് കിട്ടും. ഇവിടെ 10 ഇൻറ്റു 7 എന്ന് പറയുന്നത് 70 ആണ്. 70 പ്ലസ് 30 എന്ന് പറയുന്നത് 100 ആണ്. നമുക്കൊരു ഇക്വേഷൻ ഇവിടെ കിട്ടി. അപ്പോൾ വി ജസ്റ്റ് പുട്ട് എക്സ് ഈക്വൽ ടു 7. എക്സ് ഈക്വൽ ടു 7 കൊടുത്തപ്പോൾ എഫ് ഓഫ് 7 കൂടാണ്ട് വേറൊരുത്തം കയറി വന്നു. ആരാ? എഫ് ഓഫ് 11. ആര് വന്നു? എഫ് ഓഫ് 11 വന്നു. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാം? അവിടെ ആ വന്ന വാല്യൂ കൊടുക്കണം. എക്സിന് 11 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 3 ഇൻറ്റു എഫ് ഓഫ് 11 പ്ലസ് 2 ഇൻറ്റു, മക്കളെ ഇവിടെ 59 പ്ലസ് 11 ബൈ 11 മൈനസ് 1, അതായത് 70/7 എന്നാണ് കിട്ടുക. അല്ല, 70/10 എന്നാണ് കിട്ടുക. അപ്പോൾ എത്ര വരും? 7. അപ്പോൾ ഇതാരായി? 2 ഇൻറ്റു എഫ് ഓഫ് 7 ആയി. ഇവിടെ 10 ഇൻറ്റു 11 110 വരും. 110 പ്ലസ് 30 എന്ന് പറയുമ്പോൾ 140 എന്ന് കിട്ടും. എക്സിന് നമ്മൾ കൊടുത്തത് 11 ആണ്. എക്സിന് നമ്മൾ കൊടുത്ത വാല്യൂ എത്രയാണ്? 11. അപ്പോൾ കിട്ടുന്നത് 140 എന്നൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്, വിച്ച് ഇൻവോൾവ്സ് എഫ് ഓഫ് 7 ആൻഡ് എഫ് ഓഫ് 11. ജസ്റ്റ് സോൾവിങ് ഫോർ എഫ് ഓഫ് 7. അതിന് എഫ് ഓഫ് 11 എലിമിനേറ്റ് ചെയ്യണം. ഇവിടെ എഫ് ഓഫ് 11ൻ്റെ കോയഫിഷ്യൻറ്റ് 2 ആണ്, ഇവിടെ 3 ആണ്. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഒന്നാമത്തെ ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 ഇൻറ്റു എഫ് ഓഫ് 7 പ്ലസ് 6 ഇൻറ്റു എഫ് ഓഫ് 11 ഈക്വൽ ടു 300. രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഇതിനെയാണ് ഞാൻ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 2 ഇൻറ്റു എഫ് ഓഫ് 7 എന്നുള്ളത് 4 ഇൻറ്റു എഫ് ഓഫ് 7 ആകും. പ്ലസ് ഇവിടെ 3 ഇൻറ്റു 2 6 ഇൻറ്റു എഫ് ഓഫ് 11 ആകും. അവിടെ 280 എന്ന് വരും. ഇത് നമ്മൾ സബ്സ്ട്രാക്റ്റ് ചെയ്യുന്നു. 9 എഫ് ഓഫ് 7ൽ നിന്ന് 4 എഫ് ഓഫ് 7 പോയാൽ 5 എഫ് ഓഫ് 7 എന്ന് വരും. ഈക്വൽ ടു 20 എന്ന് വരും. അപ്പോൾ എഫ് ഓഫ് 7 എന്ന് പറയുന്നത് എന്ത് വരും? 20/5, ദാറ്റ് ഈസ് 4 എന്ന് കിട്ടും. 20/5 4 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അത് നല്ലൊരു ക്വസ്റ്റ്യനാണത്. ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഒന്നും ചെയ്യാനില്ലെന്നുള്ളതാണ് പ്രത്യേകത. If f of x equal to sin of greatest integer x into pi by x square plus x plus 1, ഇതിനെക്കുറിച്ച് പറയുന്നു. ഇത് 1 ആണെന്ന് പറയുന്നു. ഈസ് നോട്ട് 1 ആൻഡ് നോൺ കോൺസ്റ്റൻറ്റ്. 1 അല്ല, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനും അല്ല. പിന്നെ പറയുന്നു എഫ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, പറയുന്നു നൺ ഓഫ് ദിസ്. ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി എന്ന് പണ്ട് വന്നിട്ടുണ്ട്. IIT സ്ക്രീനിങ്ങിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണുന്ന ഡിനോമിനേറ്റർ, ഇതിൻ്റെ ഡൊമൈനെ കുറിച്ച് നമ്മൾ അന്ന് ആദ്യം നോക്കണം. സൈൻ ഈസ് ഡിഫൈൻ ഫോർ എനി റിയൽ വാല്യൂ ആണ്. പക്ഷേ ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. ഡിനോമിനേറ്റർ ഇവിടെ x² + x + 1 ആണ്. x² + x + 1ൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. കാരണം അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ കോയഫിഷ്യൻ്റ് ഓഫ് x² പോസിറ്റീവാണ്, ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവാണ്. ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ്റെ പ്രത്യേകത ax² + bx + cയുടെ ഒരു എടുക്കുകയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആവാനുള്ള കണ്ടീഷൻ ഇതാണ്: a > 0, ഡെൽറ്റ <0. അതായത് ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ്. ഇവിടുത്തെ ഡിസ്ക്രിമിനൻ്റ് 1² - 4 × 1 × 1 ആണ് വരിക. അപ്പോൾ -3 വരും. അപ്പോൾ ദ എക്സ്പ്രഷൻ x² + x + 1 ഈസ് ഗ്രേറ്റർ ദാൻ 0. ദറ്റ് മീൻസ് ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻ ഫോർ എനി റിയൽ x. അതൊക്കെ കാരണം ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകുന്നില്ല. റാഷണൽ ആൾജിബ്രൈക് ഫംഗ്ഷനാണ്. ഡിനോമിനേറ്റർ 0 ആവാണ്ട് നോക്കണം. 0 ആകുന്നില്ല.
നൗ നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടത് ന്യൂമറേറ്ററാണ്. ആ ന്യൂമറേറ്ററിൽ ഒരു ചെറിയ സംഗതിയേ ഉള്ളൂ, അതാണ് ഇതിനകത്ത്, വേറെ സംഭവമൊന്നുമില്ല. എന്താണ്? സൈൻ ഓഫ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് ഇൻറ്റു പൈ എന്നാണ് പറയുന്നിരിക്കുന്നത്. സൈൻ ഓഫ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് ഇൻറ്റു പൈ. എടാ മക്കളെ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഓൾവേസ് പ്രൊഡ്യൂസ്, അല്ലെങ്കിൽ അവൻ പുറത്തേക്ക് വിടുന്നത്, അതിനുള്ളിൽ എന്ത് സംഭവം വന്നാലും അത് പുറത്തേക്ക് വിടുന്നത് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ളൊരു ഇൻറ്റിജറിനെ ആയിരിക്കും. ശരിയല്ലേ? ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് -2.7 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി -3. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് ആൻ ഇൻറ്റിജർ ആണല്ലോ. ഇറ്റ് ഈസ് ഓൾവേസ് ആൻ ഇൻറ്റിജർ മീൻസ് ഈ കാണുന്ന ന്യൂമറേറ്റർ എന്ന് പറയുന്നത് സൈൻ ഓഫ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ എന്നാണ് വരിക. സൈൻ ഓഫ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ. സൈൻ ഓഫ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ വി നോ ഇറ്റ് ഈസ് 0. കാരണം നമുക്കറിയാം സൈൻ പൈ 0 ആണ്, സൈൻ 7π 0 ആണ്, സൈൻ -3π 0 ആണ്. സൈൻ ഓഫ് എനി മൾട്ടിപ്പിൾ ഓഫ് പൈ എന്ന് പറയുന്നത് എന്ത് വരുന്നു? 0 വരുന്നു. എന്ന് പറഞ്ഞാൽ, ഈ ചുരുക്കി പറഞ്ഞാൽ, ഡിനോമിനേറ്ററൊക്കെ എന്തായിക്കോട്ടെ, ന്യൂമറേറ്റർ ഓൾവേസ് ടേക്സ് ഓൺലി വൺ വാല്യൂ, ദാറ്റ് ഈസ് 0. അപ്പോൾ 0/any നമ്പർ എന്നാണ് വരിക. 0/any നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? 0 അല്ലേ? 0 അല്ലേ? അപ്പോൾ 0/any നമ്പർ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ദ ഫങ്ഷൻ ഈസ് 0 എന്നാണ് കിട്ടുക. ഈ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. അപ്പോൾ ഇതെന്ത് ഫങ്ഷനാണ്? കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ. ഇത് ഞാൻ പറഞ്ഞല്ലോ, വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു വന്നിരുന്നത്. അത് ഡിഫറൻഷ്യബിലിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ ഒരിക്കൽ വന്നിരുന്ന ഇതാണ്. ദ ഫങ്ഷൻ എഫ് എക്സ് ഈക്വൽ ടു ടാൻ സ്ക്വയർ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് ഇൻറ്റു പൈ by 1 plus x square is differentiable only at 1 point. അങ്ങനെയൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് എവരിവെയർ ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് സോ ആൻഡ് സോ, അങ്ങനെയൊക്കെ പോയിന്റുകളൊക്കെ തന്നിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരുന്നത്. ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെയല്ലേ? സൈൻ എന്നുള്ളത് മാറി ആര് വന്നു? ടാൻ സ്ക്വയർ പൈ എന്ന് വന്നു. സൈൻ ആയിക്കോട്ടെ ടാൻ ആയിക്കോട്ടെ, ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈക്ക് വാല്യൂ എന്താണ്? 0 ആണ്. ഇനി ഇവിടെ താഴെ തന്നിരിക്കണം, ശ്രദ്ധിച്ചോ നിങ്ങൾ, 1 + x² എന്നാണ് തന്നിരിക്കണം. വി നോ ഇറ്റ് കനോട്ട് ബി 0. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ എനി റിയൽ വാല്യൂ. ബട്ട് എക്സ് ഏത് റിയൽ വാല്യൂ ആയാലും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ എന്നാണ് കിട്ടുക. ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ എന്ന് പറയുമ്പോൾ വാല്യൂ എന്ത് വരും? 0. സോ ദ ഫങ്ഷൻ ഈസ് 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആണ് ഫങ്ഷൻ. സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ എവരിവെയർ എന്ന് പറയും. ഓക്കെ, നമുക്ക് അടുത്ത ഇത് ആൻസർ പറഞ്ഞു കഴിഞ്ഞ് പലരും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ നമ്പർ ഓഫ് ടാൻജന്റ് ടു ദ കർവ് x⁻³ പ്ലസ് ആ ഫംഗ്ഷൻ എന്ന് ഞാൻ എടുത്തെഴുതാം. x⁻³ പ്ലസ് y⁻³ ഈക്വൽ ടു 2a⁻³. ലെംനിസ്കറ്റ് ഓഫ് ബെർണോളി എന്ന അങ്ങനെ എന്തോ ഒരു സംഭവമാണിത്. ഇതിനകത്ത് ദ നമ്പർ ഓഫ് ടാൻജൻസ് ടു ദ കർവ് which are equally inclined with the coordinate axis എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും സെയിം ആംഗിൾ ഉണ്ടാക്കുന്ന എത്ര ടാൻജൻറ്റുകളുണ്ട്? ഓക്കെ, എക്സ് ആക്സിസിലും വൈ ആക്സിലും സെയിം ഇൻക്ലിനേഷൻ വരുന്ന ഒരു ലൈനാണ് y = x അല്ലേ? എക്സ് ആക്സിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രി, വൈ ആക്സിൽ അതുപോലെ തന്നെയാണ് y = -x. അപ്പോൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും സെയിം ഇൻക്ലിനേഷൻ വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് ഓഫ് എപ്പോഴും +1 അല്ലെങ്കിൽ ആരായിരിക്കും? -1 ആയിരിക്കും. അപ്പോൾ സ്ലോപ്പ് +1 ഓർ -1 ആകുന്ന പോയിൻറ്റുകൾ എത്ര ഉണ്ടെന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. വി ഹാവ് ടു ഫൈൻഡ് ദ പോയിൻറ്റ്സ് ഓൺ ദ കർവ് അറ്റ് വിച്ച് ദ ടാൻജൻറ്റ് ഹാവിങ് സ്ലോപ്പ് ഐദർ +1 ഓർ -1. ഓക്കെ, ഇവിടെ നമുക്ക് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം dy/dx ആണ്.
ഒരു ഫംഗ്ഷൻ അറിയാമെങ്കിൽ, ഒരു കർവിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് dy/dx കണ്ടുപിടിക്കുക. എന്നിട്ട് ആ കർവിലെ ഏത് പോയിൻ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും കിട്ടുന്നത് ആ പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് ആയിരിക്കും. ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിൻറ്റിലൂടെ നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കാം, ഇൻഫൈനൈറ്റ് ടാൻജൻറ്റ്സ്, കോർണർ പോയിൻറ്റ്സ്. അതല്ലാത്ത കേസാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ dy/dx എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ്. സോ വി ജസ്റ്റ് ഫൈൻഡ് ദി ഡെറിവേറ്റീവ്. അപ്പോൾ x⁻³ എന്ത് വരും? 3/2 ഇവിടെ 3/2 ഇൻറ്റു dy/dx ഈക്വൽ ടു റൈറ്റ് സൈഡ് 0 ആണ്. അപ്പോൾ 3/2 ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പോവും. അപ്പോൾ √x പ്ലസ് √y dy/dx എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ dy/dx എന്ന് പറയുന്നത് -√x/√y ആണ്. അപ്പോൾ ഇവിടെ സംഭവിക്കേണ്ട പറഞ്ഞു തരാം. അതായത് √x/√y, അതായത് സ്ലോപ്പ് എന്ന് പറയുന്നത് +or-1 എന്ന് പറഞ്ഞാൽ dy/dx എന്ന് പറയുന്നത് +or-1 ഫോർ ടാൻജൻസ് വിച്ച് മേക്ക് ഈക്വൽ ഇൻക്ലിനേഷൻ വിത്ത് ദ കോർഡിനേറ്റ് ആക്സിസ് ആണ്. അപ്പോൾ -√x/√y എന്ന് പറയുന്നത് +1 ആവാം, ഓർ -√x/√y എന്ന് പറയുന്നത് -1 ആവാം. ഇതിൽ ഈ കേസ് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല, കാരണം √xഉം √yയും പോസിറ്റീവാണ്. അപ്പോൾ √x/√y എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ മൈനസും അപ്പുറത്ത് പ്ലസും വരുന്നു. അപ്പോൾ ഇവിടെ എടുക്കേണ്ടത് ഇതാണ് എടുക്കുക. ഇതെടുക്കുകയാണെങ്കിൽ രണ്ടിടത്തുനിന്നും മൈനസ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ =1 വരും. അപ്പോൾ √x =√y എന്ന് വരും. അതായത് x y എന്ന് വരും. നമ്മളിവിടെ x y ഇതിൽ കൊടുത്താൽ, ഈ കർവിൽ കൊടുത്താൽ നോക്കൂ, ക്ലിയറാണിത്. എക്സിന് എ കൊടുക്കുന്നു, വൈക്കും എ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? a⁻³ പ്ലസ് a⁻³ എന്ന് വരും. ദാറ്റ് ഈസ് എന്ത് വരും? 2a⁻³. അപ്പോൾ x y a എന്ന് കിട്ടും. ദർഫോർ ദ പോയിൻ്റ് ഈസ് a. അപ്പോൾ ഓർക്കുക, ഈ കർവിലെ a എന്ന് പറയുന്ന പോയിൻ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് 1 ആയിരിക്കും, അല്ലെ -1 ആയിരിക്കും. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ എത്ര ടാൻജൻസ് ഉണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹിയർ വി ഗെറ്റ് ഓൺലി 1 കർവ്. സോ ദ ആൻസർ ഈസ് 1. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതും പഴയകാല ഒരു ക്വസ്റ്റ്യനാണ്. The equation of the tangent to the curve y = b e⁻⁻x/a. The equation of the tangent to the curve y = b e⁻⁻x/a at the point where it crosses the y-axis. At the point where it crosses y-axis. അതായത് ഇവിടുത്തെ കർവ് ഇതാണ്, y = b e⁻⁻x/a. അതായത് ഏകദേശം നമുക്ക് ഏത് ഷേപ്പിലുള്ളൊരു കർവായിരിക്കും വരിക? അതാ ഇങ്ങനത്തെ ഒരു കർവായിരിക്കും വരിക. അല്ലാതെ y = e⁻x ആണ്, ഇത് y = -e⁻x ആണ്. അപ്പോൾ തിരിഞ്ഞുള്ള കേസായിരുന്നു. അപ്പോൾ ഇത് x ആക്സിസിനെ ക്രോസ് ചെയ്യുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജൻ്റാണ് വേണ്ടത്. The equation of the tangent to the curve y = b e⁻⁻x/a at the point where it crosses the y-axis. ഒരു കർവ് y ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ എന്താ മാർഗം? ജസ്റ്റ് പുട്ട് x = 0. പുട്ട് x = 0. പുട്ട് x = 0 എന്ന് പറയുമ്പോൾ y = b e⁻0 എന്ന് വരും. അപ്പോൾ b വരും. Therefore the point is 0b. ഈ പോയിന്റിലൂടെയുള്ള പാസ് ചെയ്യുന്ന ടാൻജൻ്റാണ് വേണ്ടത്. ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്കറിയാം. എന്താണ് ഫോർമുല? y - y1 = dy/dx at the point into x - x1 ആണ്. നമുക്ക് dy/dx at the point എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ആണ്. അപ്പോൾ ഇവിടെ dy/dx എടുക്കാം. dy/dx എന്ന് പറയുമ്പോൾ എന്ത് വരും ഇവിടെ മക്കളെ?
ബി ഇ റൈസ്റ്റ് മൈനസ് എക്സ് ബൈ എ ആണ്. ബി ഇ റൈസ്റ്റ് മൈനസ് എക്സ് ബൈ എ ആകുമ്പോൾ ബി കോൺസ്റ്റൻ്റ് ആണ്. ഇ റൈസ്റ്റ് മൈനസ് എക്സ് ബൈ എ വരുന്നു ഇൻറ്റു മൈനസ് 1 ബൈ എ വരുന്നു. അറ്റ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0 ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ വരും. കാരണം ഇ റൈസ്റ്റ് 0 എന്ന് പറയുന്നത് 1 ആണ്. ഇ റൈസ്റ്റ് 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ നമുക്കവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ എന്ന് കിട്ടും. ദർഫോർ ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് അറ്റ് 0 ബി ആണ് വേണ്ടത്. അപ്പോൾ എന്ത് വരും? വൈ മൈനസ് ബി ഈക്വൽ ടു സ്ലോപ്പ് ഹിയർ ഇറ്റ് ഈസ് മൈനസ് ബി ബൈ എ ഇൻറ്റു എക്സ് മൈനസ് 0 ആണ് വരിക. വൈ മൈനസ് വൈ പണി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എ വൈ മൈനസ് എ ബി ഈക്വൽ ടു മൈനസ് ബി എക്സ്. ആ മൈനസ് ബി എക്സിനെ ലെഫ്റ്റിൽ കൊണ്ടുവരിക. അപ്പോൾ ബി എക്സ് പ്ലസ് എ വൈ ഈക്വൽ ടു എ ബി എന്ന് വരും. എന്ത് വരും? ഈക്വൽ ടു എ ബി എന്ന് വരും. ദാറ്റ് ഈസ് ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ എ ബി. എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതെന്ത് വരും? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്ന് വരും. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്ന് വരും. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ ഇക്വേഷൻ നല്ലൊരു ഫോമിലാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിരിക്കുന്ന മറ്റൊരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാനാണ്. 2 കർവുകൾ തന്നിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഓപ്ഷൻ വെറുതെ കൊടുത്തിരിക്കണമെന്നേ ഉള്ളൂ. കാരണം നമുക്കറിയാം ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 4x² പ്ലസ് 9y² ഈക്വൽ ടു 72. എന്താ സാധനം? എലിപ്സ്. അടുത്തത് x² മൈനസ് y² ഈക്വൽ ടു 5. സാധനം ആരാ? റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. ഇനി നമുക്ക് വേണ്ടത് കട്ട് ഓർത്തോഗണലി ഇൻ്റർസെക്റ്റ് അറ്റ് 45 ഡിഗ്രി, ഇൻ്റർസെക്റ്റ് അറ്റ് 60 ഡിഗ്രി എന്ന് പറയുന്നു. എന്തായാലും ഇവർ ഇൻ്റർസെക്റ്റ് ചെയ്യും എന്നുള്ളത് ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ഈ കർവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇരിക്കണം എന്ന് പറഞ്ഞു തരാം. ഈ കാണുന്ന എലിപ്സ് എന്ന് പറയുന്നത് കർവൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോൾ 18 4 അപ്പം 40 എണ്ണാലും പൊക്കും. അപ്പോൾ x² ഇത് y² ബൈ 8 ഈക്വൽ ടു 1 ആണോ കിട്ടുന്നത്. നമുക്കിത് ഡിവൈഡിങ് ബൈ 72. അപ്പോൾ ഈ കാണുന്നത് ആരാടാ? ഈ കാണുന്നത് ഒരു എലിപ്സാണ്. ഒരു എലിപ്സ് എന്ന് പറയുമ്പോൾ ദാ ഇങ്ങനെ വരും. ഇനി അടുത്ത കർവ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയാവോ? അതൊരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ്. ഇത് 4 പോയിന്റുകളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. 2 കർവുകളും 2 ആക്സിസിനും സിമെട്രിക് ആയതുകൊണ്ട് ഈ പറയുന്ന ആംഗിൾ ബിറ്റ്വീൻ ദ കർവ് എല്ലായിടത്തും ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും, സിമെട്രിക് അല്ലേ. ഇനി നമുക്ക് ഈ ഓർത്തോഗണലി അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് 2 കർവുകൾക്കിടയ്ക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ആംഗിൾ ബിറ്റ്വീൻ 2 കർവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻസ് അറ്റ് ദെയർ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻസ് അറ്റ് ദെയർ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഇവിടെ 3 2 എന്ന് പറയുന്നത് ഈ കർവിലൊരു പോയിൻ്റാണ്. എക്സിന് 3 കൊടുത്താൽ 3² 9 × 4 കർവിലെ പോയിൻ്റ് ആയിരിക്കണം കേട്ടോ. 9 × 4 ഇവിടെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ അവർ തന്നിട്ടുണ്ട്. ഇനി ഇത് തരാണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണിയാവും. കാരണം എന്താ? നമ്മളിതിൻ്റെ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇതൊരു പോയിൻ്റാണ് ഇൻ്റർസെക്ഷൻ എങ്കിൽ, ഈ പോയിൻ്റ് എന്ന് പറയുന്നത് പി ആണെങ്കിൽ നമുക്ക് ഇതിലൂടെ 2നും ടാൻജൻറ്റുകൾ വരയ്ക്കണം. അതാണ് എൻ്റെ കൺസെപ്റ്റ്. ഇതിലേക്കൊരു ടാൻജൻറ്റ് വരയ്ക്കണം, ഇതിനൊരു ടാൻജൻറ്റ് വരയ്ക്കണം. ഈ 2 ടാൻജൻറ്റുകൾക്കിടയ്ക്കുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ 2 കർവ്സ് എന്ന് പറയുക. ഇനി അങ്ങനെയുള്ള ആംഗിൾ, അതായത് 2 കർവുകളുടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലൂടെ 2നും ടാൻജൻറ്റുകൾ വരയ്ക്കുന്നു. ആ ടാൻജൻറ്റുകൾക്കിടയ്ക്കുള്ള ആംഗിളാണ് ആംഗിൾ ബിറ്റ്വീൻ 2 കർവ്സ്. ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ 2 കർവ് ഈസ് 90 ഡിഗ്രി or π/2, we say that the 2 curves cut orthogonally. ഈ 2 കർവുകളും ഓർത്തോഗണലി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയും. ആംഗിൾ ബിറ്റ്വീൻ 2 കർവ്സ് എത്ര വന്നാൽ? π/2 വന്നാൽ. ഓക്കെ, നമുക്ക് ആദ്യത്തെ കർവ് എടുക്കാം. 4x² പ്ലസ് 9y² ഈക്വൽ ടു 72. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 8x പ്ലസ്
18y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0 എന്ന് വരാം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് 8x ബൈ 18y ആണ്. ഇനി നമുക്കിവിടെ വേണ്ടത് അറ്റ് 3 to വാട്ട് ഈസ് ഡി വൈ ബൈ ഡി എക്സ് നോക്കാം. വാട്ട് ഈസ് ഡി വൈ ബൈ ഡി എക്സ്? ഇത് -4 വരും, എക്സിന് 3 കൊടുക്കണം, താഴെ 18 ഇൻറ്റു 18 എന്നുള്ളത് 9 ആയിപ്പോയി, കാരണം നമ്മൾ 2 കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാണ് 9 ഇൻറ്റു വൈക്ക് 2 കൊടുക്കണം. അപ്പോൾ ഇവിടെ മുകളിൽ -2 വരും, താഴെ 3 വരും. ഇതാണ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ടു ദ കർവ് ടു ദി എലിപ്സ് അറ്റ് ദ പോയിൻറ്റ് 3 2. എലിപ്സിലെ 3 2 പാസ് ചെയ്യുന്ന ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കിട്ടി. അടുത്ത രണ്ടാമത്തത് ഹൈപ്പർബോളയാണ്, വളരെ സിമ്പിൾ കേസാണ്. x² - y² = 5 വരുന്നു. 2x - 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0 എന്ന് വരുന്നു. അപ്പോൾ അവിടെ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് ബൈ വൈ എന്ന് വരുന്നു അറ്റ് 3 2. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 3/2 ആണ്. ഇതാണ് M2. ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻ്റ് ഒന്നും ഇവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. കാരണം നോക്കൂ മക്കളെ, M1 ഇൻറ്റു M2 എടുത്താൽ എന്ത് വരും? M1 ഇൻറ്റു M2. M1 ഇൻറ്റു M2 എന്ന് പറഞ്ഞാൽ -2/3 ഇൻറ്റു +3/2 എന്ന് വരും. ദാറ്റ് ഈസ് -1. If M1 and M2 are the slopes and their product is -1, then the angle between them is π/2 ആണെന്നറിയാം. അപ്പോൾ ഇവിടെ നമുക്കിവിടെ പറയാൻ പറ്റുന്നു ആംഗിൾ ബിറ്റ്വീൻ ദീസ് 2 കർവ്സ് എത്രയാണ്? -1 കിട്ടി. ദറ്റ് മീൻസ് ദ 2 കർവ്സ് കട്ട് ഓർത്തോഗണലി എന്ന് പറയാം. ഈ 2 കർവുകളും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? ഓർത്തോഗണൽ ഇൻ്റർസെക്ഷനാണ് എന്നാണ് പറയുക. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. A value of C for which the conclusion of mean value theorem holds for the function fx equal to log x to the base e. മെയിൻ വാല്യൂ തിയറം ഒക്കെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മുടെ NCERT എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻസ് പലതും വരുന്ന കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കൺസെപ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്നോർത്താണ് ഈ ക്വസ്റ്റ്യനകത്ത് കയറ്റിയത്. പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിനകത്തുനിന്ന് വരുന്നുണ്ട്. ഇനീക്വാലിറ്റികളൊക്കെ പ്രൂവ് ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതിനു മുമ്പ് നമുക്ക് വേറൊരു തിയറം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. എന്താണ്? റോൾസ് തിയറം. റോൾസ് തിയറം. റോൾസ് തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്? 3 കണ്ടീഷനുകൾ ഒരു ഫംഗ്ഷന് സാറ്റിസ്ഫൈഡ് ആവണം. 1, fx എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആവണം. 2, f'(x) ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ എക്സിസ്റ്റ് ചെയ്യണം. ഇനി 3, എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആവണം. ഈ 3 കണ്ടീഷനുകൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ പറയും there exists a C which belongs to the open interval AB for which f' C equal to 0. ഇതാണ് റോൾസ് തിയറം പറയുന്നത്. റോൾസ് തിയറത്തിൽ നിന്നാണ് ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം വരുന്നത്. അതായത് fx എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. എന്ന് വെച്ചാൽ എ മുതൽ ബി വരെ അതിൻ്റെ ഗ്രാഫിൽ ഒരിടത്ത് പോലും ബ്രേക്ക് ഒന്നും ഉണ്ടാവില്ല. പിന്നെ എക്കും ബിക്കും ഇടയ്ക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്കും ബിക്കും ഇടയ്ക്ക് അവിടെ കർവിൽ കോർണർ പോയിൻറ്റുകളൊന്നും ഉണ്ടാവില്ല, ഷാർപ്പ് ബെൻഡുകൾ ഉണ്ടാവില്ല. ഇനി എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആവണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 പോയിൻറ്റുകളുടെ വൈ കോർഡിനേറ്റുകൾ സെയിം ആവണമെന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ആ കർവിൻ്റെ പ്രത്യേകത 2 പോയിൻറ്റുകളുടെ വൈ കോർഡിനേറ്റുകൾ സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പാരലായിട്ടൊരു ആ പോയിൻറ്റുകളെ കണക്ട് ചെയ്താൽ എക്സ് ആക്സിന് പാരലായിട്ടൊരു ലൈൻ വരും. അപ്പോൾ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് എ ആണെങ്കിൽ ഇത് എഫ് ഓഫ് എ, ഇപ്പുറത്തെ പോയിൻ്റ് ബി ആണെങ്കിൽ ഇത് എഫ് ഓഫ് ബി. അപ്പോൾ ഇവിടെ നമുക്ക്
രണ്ടിൻ്റെ എക്സ് കോർഡിനേറ്റുകൾ സെയിം ആണ്, എഫ് ഓഫ് എ വൈ കോർഡിനേറ്റുകൾ. അങ്ങനെയാണെങ്കിൽ ഈ കർവിനൊരു ബെൻഡ് ഉണ്ടായേ പറ്റൂ, മിനിമം ഒരു ബെൻഡെങ്കിലും ഉണ്ടായേ പറ്റൂ. അങ്ങനെ ഒരു ബെൻഡ് ഉണ്ടെങ്കിൽ അതിലൂടെ ഒരു ടാൻജൻറ്റ് വരച്ചാൽ ആ ടാൻജൻറ്റ് എക്സ് ആക്സിന് പാരലായിരിക്കും. അതായത് ഈ പോയിൻറ്റിലൂടെ, ഈ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് സി ആണെങ്കിൽ ഈ പോയിൻറ്റിലെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം സ്ലോപ്പ് വെൻ ദ ടാൻജൻറ്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് സ്ലോപ്പ് 0. സ്ലോപ്പ് 0 മീൻസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് ദ പോയിൻറ്റ് ഈസ് 0. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്? റോൾസ് തിയറം പറയുന്നത്. ഞാൻ റോൾസ് തിയറം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു. അടുത്തതായിട്ട് പറയുന്നതാണ് ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം. മീൻ വാല്യൂ തിയറം. മീൻ വാല്യൂ തിയറം എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം. എഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അവിടെ രണ്ട് കണ്ടീഷൻ അല്ലേ? എഫ് എക്സ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആവണം. 2, എഫ് ഡാഷ് എക്സ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഒരു സി ഉണ്ടാവും. ദെയർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ സി ഫോർ വിച്ച് എന്ത് സംഭവിക്കും? എഫ് ഡാഷ് സി എന്ന് പറയുന്നത് എഫ് ബി മൈനസ് എഫ് എ ബൈ ബി മൈനസ് എ ആയിരിക്കും. എഫ് ഡാഷ് സി എന്ന് പറയുന്നത് എഫ് ബി മൈനസ് എഫ് എ ബൈ ബി മൈനസ് എ എന്ന് പറയാം. ഓക്കെ, അതൊന്ന് അപ്പോൾ ഇവിടെ നമുക്ക് അപ്പോൾ കണ്ടീഷനുകൾ ഏതൊക്കെയാണ്? എഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ അത് ഡിഫറൻഷ്യബിളും ആണ് എങ്കിൽ എക്കും ബിക്കും ഇടയ്ക്കുള്ള ഒരു വാല്യൂവിനെങ്കിലും, സേ അതിനെ നമ്മൾ സി എന്ന് വിളിച്ചു, സേ സി, ശശിയല്ല, സേ സി, അതിനെ ഒരു വാല്യൂവിനെങ്കിലും എഫ് ഡാഷ് സി എന്ന് പറയുന്നത് എഫ് ബി മൈനസ് എഫ് എ ബൈ ബി മൈനസ് എ ആയിരിക്കുമെന്നാണ് പറയുക. സംഭവം പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഞാൻ ആ കൺസെപ്റ്റ് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ലോഗ് എക്സ് ടു ദ ബേസ് സി എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇൻ്റർവെല്ല് പറഞ്ഞിരിക്കുന്നത് 1, 3 ആണ്. ഇൻ 1, 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ക്ലോസ്ഡ് ഇൻ്റർവെൽ 1, 3. അപ്പോൾ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1 ആണ്. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ലോഗ് 1 ആണ്. ലോഗ് 1ൻ്റെ വാല്യൂ 0 ആണ്. എഫ് ഓഫ് ബി എന്ന് പറയുന്നത് എഫ് ഓഫ് 3 ആണ്. അത് ലോഗ് 3 എന്ന് വരും. ലോഗ് 3, എഫ് ഓഫ് 3 = ലോഗ് 3. അത് അങ്ങനെ തന്നെ ഇട്ടേക്കാം, ലോഗ് 3 ടു ദ ബേസ് സി. ഇനി മക്കളെ എഫ് ഡാഷ് എക്സ് ഇവിടെ വേണ്ടേ? എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ്. ദാറ്റ് ഈസ് എന്ത് വരും? 1/x. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ്. ദാറ്റ് ഈസ് 1/x. ഇനി നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. ഇതിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു തരാം. എഫ് ഡാഷ് സി എന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് 3 മൈനസ് എഫ് ഓഫ് 1/3 മൈനസ് 1. എഫ് ഡാഷ് സി, എഫ് ഡാഷ് എക്സ് ഇതാണെങ്കിൽ എഫ് ഡാഷ് സി എന്ന് പറയുന്നത് 1/c വരും. അപ്പോൾ 1/c എന്ന് പറയുന്നത് എഫ് ഓഫ് 3 ലോഗ് 3 ആണ്, മൈനസ് എഫ് ഓഫ് 1 0 ആണ്, ബൈ 3 മൈനസ് 1 2 ആണ്. ടേക്കിംഗ് റെസിപ്രോക്കൽ, അപ്പോൾ സി എന്ന് പറയുന്നത് 2/log 3 എന്ന് വരും. ലോഗ് 3 ടു ദ ബേസ് സി, 2/log 3 ടു ദ ബേസ് സി. ദാറ്റ് ഈസ് സി എന്ന് പറയുന്നത് 2 ഇൻറ്റു ലോഗരിതം ഓഫ് ഇ ടു ദ ബേസ് 3 ആവും. അത് മറ്റൊരു റിസൾട്ടാണ്, നിങ്ങൾ ലോഗിൽ പഠിച്ചിട്ടുണ്ടാവും. ലോഗരിതം ഓഫ് എ ടു ദ ബേസ് ബി എന്ന് പറയുന്നത് 1/ലോഗരിതം ഓഫ് ബി ടു ദ ബേസ് എ ആണ്. സോ ദ ആൻസർ ഈസ് 2 log ഇ ടു ദ ബേസ് 3 എന്ന് വരുന്നു. എന്താ ആൻസർ വരിക? 2 log ഇ ടു ദ ബേസ് 3. അതേതാ ഓപ്ഷൻ? ദാ ഇവിടെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്, 2 log ഇ ടു ദ ബേസ് 3 എന്ന് വരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ റേറ്റ് ഓഫ് ചേഞ്ചിൽ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എ പോയിന്റ് ഓൺ ദ പരാബോള y² = 18x. എ പോയിന്റ് ഓൺ ദ പരാബോള y² = 18x at which
the ordinate at which the ordinate, that means y coordinate, increases at twice the rate of its the abscissa. ഈ പരാബോളയിലെ ഒരു പോയിൻ്റ് വേണം. ആ പോയിൻറ്റിൻ്റെ പ്രത്യേകത ആ പോയിൻറ്റിലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഓർഡിനേറ്റ് എന്ന് പറയുന്ന 2 times റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആബ്സിസ ആവണം. അതായത് dy ബൈ ഡി ടി എന്ന് പറയുന്നത് 2 times dx ബൈ ഡി ടി ആവുന്ന പോയിൻ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. dy ബൈ ഡി ടി ഈക്വൽ ടു 2 times dx ബൈ ഡി ടി. നിങ്ങൾ ഇന്നിപ്പോൾ രാവിലെ കേട്ട് കാണും റോയ് സാറിൻ്റെ ഡിഫറൻസിയേഷനിൽ പാരാമെട്രിക് ഡിഫറൻസിയേഷൻ എന്നൊരു സംഭവമുണ്ട്. മക്കളെ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് എന്ത് വരും? അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. dy ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് 2 ആവണം. ഇതല്ലെങ്കിൽ പാരാമെട്രിക് കോർഡിനേറ്റ് എടുത്ത് ചെയ്യാൻ കിട്ടും. വൈ സ്ക്വയർ ഈക്വലും പിന്നെ എക്സ് ഈക്വൽ ടു 80² വൈ ഈക്വൽ ടു 80 എടുത്തുമൊക്കെ ചെയ്യാം. ഇപ്പോൾ dy ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആരാ? dy ബൈ ഡി എക്സ് ആണ്. അപ്പോൾ ആക്ച്വലി ഇത് വളരെ സിമ്പിളാണ് സംഭവം. dy ബൈ ഡി എക്സ് 2 ആകുന്ന പോയിൻ്റാണ് നമുക്ക് ആൻസർ വേണ്ടത്. dy ബൈ ആൻസർ പറഞ്ഞു കഴിഞ്ഞു സുപ്ര 4. dy ബൈ ഡി എക്സ് എത്രയാവണം? 2 ആവണം. മക്കളെ ഇത് വൈ സ്ക്വയർ ഈക്വൽ ടു 8x ആണ്, 18x ആണ്. അപ്പോൾ 2y ഇൻറ്റു dy ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ആരാ? 18 എന്ന് വരും. അപ്പോൾ dy ബൈ ഡി എക്സ് എന്ന് പറയുന്ന ആര് വരും? 9/2 എന്ന് വരും. 9/2 9/2y സോറി 9/2 അല്ല 9/y മാറിപ്പോയി 9/y 2 കട്ട് ചെയ്ത് പോയി. ഇനി ക്വസ്റ്റനിൽ പറയുന്നു dy ബൈ ഡി ടി 2 ആണ്. അപ്പോൾ 2 ഈക്വൽ ടു 9/y എന്ന് പറഞ്ഞാൽ y ആര് വരും ഇവിടെ? y 9/2 വരും. അപ്പോൾ dy ബൈ ഡി എക്സ് 2 ആകുന്ന കേസിൽ y കോർഡിനേറ്റ് 9/2 ആണ്. കറസ്പോണ്ടിങ് x കോർഡിനേറ്റ് വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? y സ്ക്വയർ എന്ന് പറയുന്നത് 18 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ x എന്ന് പറയുന്നത് 1/18 ഇൻറ്റു വൈ സ്ക്വയർ ആണ് വരിക. വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? y 9/2 ആണ്. അപ്പം 9/2 ഇൻറ്റു 9/2 എന്നാണ് വരിക. അപ്പോൾ 9 കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ 4 വരും, സോറി 2 വരും. അപ്പോൾ നമുക്ക് 2 അപ്പോൾ 9/ഒരു 9 മുകളിലുണ്ട്, 9/8 വരും. ഈ 2 4 2 8 എന്ന് വരും. Therefore the point on the curve is പോയിൻ്റ് ഓൺ ദ കർവ് എന്ന് പറയുന്നത് 9/8 9/2. ഓക്കെ സപ്രൂ അത് കഴിഞ്ഞു. ഇനി സപ്പോസ് ദാറ്റ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഫോർ ഓൾ എക്സ് ആൻഡ് ദാറ്റ് എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഫോർ ഓൾ എക്സ്. If f of 1 equal to 2 and f of 4 equal to 8, then f of 2 has value equal to very simple. മക്കളെ ഇവിടെ പറയുന്നൊരു സംഭവം, the function is differentiable for all x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷ്യബിൾ ഫോർ ഓൾ റിയൽ എക്സ് ആണ്. സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഫോർ ഓൾ എക്സ് ആണ്. ഇനി ഇവിടെ ഒരു പ്രത്യേകത, എഫ് ഡാഷ് എക്സ് വാട്ട് എവർ മേ ബി ദ വാല്യൂ ഓഫ് എക്സ്, എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കും. എഫ് ഡാഷ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെന്ന് പറയുന്നു. എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അത് വെച്ചിട്ടാണ് ഇവിടെ കളി കളിക്കേണ്ടത്. എങ്ങനെ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഏതെങ്കിലും എന്താണ് ഇവിടുത്തെ കൺസെപ്റ്റ് എന്നറിയാവോ? ഈ സംഭവം കണ്ടുപിടിക്കണമെങ്കിൽ റോൾസ് തിയറം വേണം. കാരണം ഇവിടെ ഫംഗ്ഷൻ തന്നിട്ടില്ല. വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് സർട്ടൺ പോയിൻറ്റ്സ് 1 and 4 is given to be 2 and 8. ദാറ്റ്സ് ഓൾ. ഫംഗ്ഷൻ ഒന്നും അറിയില്ല, ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഫംഗ്ഷൻ എഫിനെ ഞാൻ മീൻ വാല്യൂ തിയറം എടുക്കുന്നു, ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം എടുക്കുന്നു. മീൻ വാല്യൂ തിയറം ഫസ്റ്റ് ഇൻ ദ ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ 1 to എടുക്കുന്നു. There exists a C which belongs to open interval 1 2 for which
എഫ് ഡാഷ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് 2 മൈനസ് എഫ് ഓഫ് 1 ബൈ 2 മൈനസ് 1 അല്ലേ? ഇനി എഫ് ഡാഷ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സംഭവം ഇത് എഫ് ഡാഷ് സി ആണ്. ബട്ട് വേണേൽ ഞാനൊന്ന് ഡീറ്റെയിൽ ചെയ്തേക്കാത്. ബട്ട് എഫ് ഡാഷ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് 2 മൈനസ് എഫ് ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ദാറ്റ് ഈസ് എഫ് ഓഫ് 2 മൈനസ് എഫ് ഓഫ് 1 എത്രയാണ് മക്കളെ? എഫ് ഓഫ് 1 2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി എഫ് ഓഫ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇതൊരു ഇക്വേഷനേ ആയിട്ടുള്ളൂ. പക്ഷേ നമുക്ക് വേണ്ടത് എഫ് ഓഫ് 2ൻ്റെ വാല്യൂ ആണ്. എഫ് ഓഫ് 2 ഹാസ് ദ വാല്യൂ ഈക്വൽ ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഓഫ് 2 ഈസ്, കാരണം എഫ് ഡാഷ് സിയുടെ വാല്യൂ ആണിത്, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കും. അത് വെച്ചിട്ടാണ് നമുക്കിത് കിട്ടിയത്. ഇനിയും നമുക്ക് എഫ് ഓഫ് 2 കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ. ഇനി എന്തായിരിക്കും? നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ അല്ല നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും എന്താണ്? എഫ് ഓഫ് 1 കൂടാണ്ട് തന്നിരിക്കണേ ഏതാ? എഫ് ഓഫ് 4. ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ എവരിവെയർ ആണ്. അപ്പോൾ റോൾസ് തിയറം ഇതിൽ ഏത് ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാലും റോൾസ് തിയറം സാറ്റിസ്ഫൈഡ് ആയിരിക്കും. മീൻ വാല്യൂ തിയറം സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഏത് ഇൻ്റർവെൽ, വി ക്യാൻ ടേക്ക് എനി ഇൻ്റർവെൽ ഇൻ വിച്ച് എഫ് ഡാഷ് സി. അപ്പോൾ നമ്മൾ അടുത്ത കേസ് എടുക്കുന്നു. രണ്ടാമത് നമ്മൾ എടുക്കുന്നു LMV ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ. നമുക്ക് വേണ്ടത് 2 എഫ് ഓഫ് 2 ആണ് വേണ്ടത്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ 2, 4 എടുക്കാം. അപ്പോൾ അവിടെ നമുക്ക് എഫ് ഡാഷ് സി എന്ന് മാറ്റി വേണമെങ്കിൽ എഫ് ഡാഷ് സി എന്ന് തന്നെ എഴുതാം. അല്ലെങ്കിൽ ലെറ്റ് സി ബിലോങ്സ് ടു, അല്ലെങ്കിൽ ഒരു ഡി ബിലോങ്സ് ടു 2, 4 ഓപ്പൺ എടുക്കുകയാണെങ്കിൽ എഫ് ഡാഷ് ഡി എന്ന് പറയുന്നത് എന്ത് വരും? എഫ് ഓഫ് 4 മൈനസ് എഫ് ഓഫ് 2 ബൈ 4 മൈനസ് 2. And we know this thing is less than or equal to 2 ആണ്, because it is f dash d. Any derivative is always less than or equal to 2 എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് വരുന്നു. അപ്പോൾ മക്കളെ എഫ് ഓഫ് 4 മൈനസ് എഫ് ഓഫ് 4 ആണ് ഇവിടെ അറിയാവുന്നത്, ശ്രദ്ധിക്കണം. എഫ് ഓഫ് 4 ഒന്ന് സ്റ്റെപ്പ് കൂടെ എഴുതിയാക്കി. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് വരുന്നു. 4ൽ നിന്ന് 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 അല്ല 4. നൗ വാട്ട് ഈസ് എഫ് ഓഫ് 4? 8. ഞാൻ ഇവിടെ 8 എഴുതി, ആ 4 ഇങ്ങോട്ട് കൊണ്ടുവന്നു. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ്, ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ എഫ് ഓഫ് 2. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും നമുക്ക്? എഫ് ഓഫ് 2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. ഇത് മറ്റൊരു മെത്തേഡാണ് ഒരു സംഭവം പ്രൂവ് ചെയ്യാൻ. ഇവിടെ എന്ത് കിട്ടിയടാ? ഫസ്റ്റ് ഇൻ്റർവെൽ എടുത്തപ്പോൾ നമുക്ക് കിട്ടി എഫ് ഓഫ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അത് ട്രൂ ആണ്, ബിക്കോസ് ബൈ ദ കണ്ടീഷൻസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ട്രൂ ആയിട്ടുള്ള ഇനീക്വാലിറ്റിയാണ്. അടുത്ത 2, 4 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലേക്ക് നമ്മൾ വന്നപ്പോഴത്തേക്ക് എന്ത് കിട്ടി? എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പോൾ രണ്ടും ഒരു സൈമൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈഡ് ആകുന്ന ഒറ്റ വാല്യൂ ഉണ്ടാവും. ഏതാ? എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആവണം, എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആവണം. സോ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 4 ആൻസർ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഫ്രം ദീസ് 2 ഈക്വേഷൻസ് നമുക്ക് കിട്ടുന്ന ഐഡിയ എന്ന് പറയുന്ന ഇതാണ്. എഫ് ഡാഷ് എക്സ് ഈക്വൽ, സോറി എഫ് ഡാഷ് എക്സ് അല്ല, എഫ് ഓഫ് 2 ഈക്വൽ ടു എഫ് ഓഫ് 2 ഈക്വൽ ടു 4. എഫ് ഓഫ് 2 ഈക്വൽ ടു 4 ഇതാണ് ആൻസർ. ഇനി A cube of ice melt without changing its shape at the uniform rate of 4 centimeter cube per minute. The rate of change of surface area of the cube in centimeter square per minute when the volume of the cube is 125 centimeter cube. മക്കളെ, നമുക്കിവിടെ ലെറ്റ് എ ബി ദി സൈഡ് എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് എ ക്യൂബ് ആയിരിക്കും. ഇനി വോളിയം ഈക്വൽ ടു 125 എന്ന് പറഞ്ഞാൽ അർത്ഥം എ ക്യൂബ് ഈക്വൽ ടു 125 ആണ്, അത് 5 ക്യൂബാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പോൾ വോളിയം 125 ആകുമ്പോഴുള്ള എഡ്ജ് ഓഫ് ദി ക്യൂബ് എന്ന് പറയുന്ന, സൈഡ് ഓഫ് ദ ക്യൂബ് എന്ന് പറയുന്നത് 5 ആയിരിക്കും.
ആ സമയത്തുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ പറയുന്നു എ ക്യൂബ് ഓഫ് ഐസ് മെൽറ്റ് വിത്തൗട്ട് ചേഞ്ച്, ഷേപ്പ് മാറുന്നില്ല, അതായത് ഇറ്റ് ഓൾവേസ് കീപ് ദ ഷേപ്പ് ഓഫ് ക്യൂബ് തന്നെയായിട്ട് നിൽക്കുന്നു. എന്ന് വെച്ചാൽ എല്ലായിടത്തുനിന്ന് ഈക്വലായിട്ടാണ് അതിൻ്റെ തിക്നെസ് കുറഞ്ഞു വരുന്നത്. ഇനി നിങ്ങൾ ഓർക്കുക, അപ്പോൾ ആ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൽറ്റ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ എന്ത് കുറയുന്നു എന്നർത്ഥം? വോളിയം കുറയുന്നു. അതിൻ്റെ റേറ്റ് എത്രയാണ്? 4 cm³/മിനിറ്റിൽ. അത്രയും വെച്ച് അതിൻ്റെ വോളിയം ഡിക്രീസ് ചെയ്തിട്ടിരിക്കുവാണ്. അപ്പോൾ എന്താണ് ഗിവൺ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചാൽ, ഗിവൺ dV/dt എന്ന് പറയുന്നത് -4 cm³/മിനിറ്റ് എന്ന് പറയുന്നു. എടാ ഇവിടെ dV/V എന്ന് പറയുന്നത് a ക്യൂബാണ്. അപ്പോൾ dV/dt എന്ന് പറയുന്നത് എന്ത് വരും? 3a² × dA/dt ആണ്. അപ്പോൾ dV/dt -4 ആണെന്ന് നമുക്കറിയാം. അതെന്താണ്? 3a² dA/dt എന്ന് പറയുന്നത് -4. അപ്പോൾ dA/dt എത്ര വരും? -4/3a² അല്ലേ വരിക. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സൈഡ് ഓഫ് ദ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുക നമുക്ക്? -4/3a³ 3a² എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് കിട്ടുക. ഇനി നമുക്ക് വേണ്ടത് സർഫസ് ഏരിയയാണ്. ഒരു ഫേസിൻ്റെ ഏരിയ a² ആണ്, സ്ക്വയർ. അപ്പോൾ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ 6a² എന്ന് വരും. 6 ഫേസ് ഉണ്ട്, എല്ലാത്തിൻ്റെ ഏരിയ സെയിം ആണ്. അപ്പോൾ 6a² വരും. അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്, അപ്പോൾ ds/dt എന്ന് പറയുമ്പോൾ 12 × a × dA/dt. ഇനി അറ്റ് a = 5, ഇത് 12 × 5 × dA/dt എന്ന് പറയുന്നത് എത്രയാണ്? -4/3a². 3a² എന്ന് പറഞ്ഞാൽ 5². അപ്പോൾ മക്കളെ ഇവിടെ ഒരു 3യും ഇവിടെ ഒരു 12ഉം വെട്ടുമ്പോൾ 4 വരും. 4 × -4 -16 വരും. ഒരു 5ഉം 5² കട്ട് ചെയ്ത് പോകും. അപ്പോൾ ആൻസർ -16/5 എന്ന് കിട്ടും. -16/5. ഇതാണ് നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബ് വെൻ ദ സൈഡ് ഈസ് 5. ഇനി അടുത്ത സംഭവം, ദ റേഡിയസ് ഓഫ് ദി ബേസ് ഓഫ് എ കോൺ ഈസ്, അതും റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. കോൺ ഈസ് കാരണം ഇതിൻ്റെ പ്രത്യേകത ഇവിടെ 2-3 പാരാമീറ്ററുകൾ വരുന്ന കേസാണ്. അതുകൊണ്ടാണ് ഞാൻ അത് കൂടെ ഇട്ടത്. ദ റേഡിയസ് ഓഫ് ദി ബേസ് ഓഫ് എ കോൺ ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 3 cm/minute and the altitude is decreasing at the rate of 4 cm/minute. The rate of change of lateral surface area when the radius is 7 cm and altitude is 24. മക്കളെ, ഈ കോണിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഹൈറ്റിനെ സാധാരണ L കൊണ്ടാണ് എടുക്കുക. ഇതിനെ ആൾട്ടിറ്റ്യൂഡ് H ആണ്. ബേസ് റേഡിയസിനെ R എന്ന് എടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ അതെങ്ങനെ തന്നെ എടുക്കുന്നു. ലെറ്റ് R be the ബേസ് റേഡിയസ് ആൻഡ് H is the altitude and L is the slant height എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഇതാണ്. The base of a cone is increasing at the rate of 3 cm/minute and the radius of the base. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എടുക്കാം? R² + L H² ആരായിരിക്കും? L² ആയിരിക്കും. അതാണ് ഇവിടെ കിട്ടുന്ന റിലേഷൻ. R² അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം. അതായത് L² എന്തെഴുതാം? L² = R² + H². ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു T ബിക്കോസ് റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ 2L × dL/dt എന്ന് പറയുന്നത്
2r ഇൻറ്റു dr ബൈ dt പ്ലസ് 2h ഇൻറ്റു dh ബൈ dt ആണ്. ഇനി ഇവിടെ നമ്മളൊരു കാര്യം, എൽ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണല്ലോ. അപ്പോൾ ആർ ഈക്വൽ ടു 7ഉം എൽ ഈക്വൽ ടു എച്ച് ഈക്വൽ ടു 24ഉം വരുമ്പോൾ എൽ സ്ക്വയർ എത്ര വരും? 7 സ്ക്വയർ പ്ലസ് 24 സ്ക്വയർ എന്ന് വരും. ഇത് 49 വരും, ഇത് 576 വരും. അപ്പോൾ 9 6 15 7 4 11 12 5 1 625 വരും. അപ്പോൾ എൽ എന്ന് പറയുന്നത് 25 വരും. റേഡിയസ് 7ഉം ഹൈറ്റ് 14ഉം ആകുമ്പോൾ സ്ലാൻഡ് ഹൈറ്റ് 25 വരും. നമ്മൾ ഇതാണ് ഇനി ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ ഞാൻ ഇനി ചെയ്യുന്നത് എല്ലായിടത്തും 2 കട്ട് ചെയ്ത് കളയാം. ഇനി എല്ലിന് 25 കൊടുക്കാം. ഡി എൽ ബൈ ഡി ടി നമുക്കറിയില്ല. ഈക്വൽ ടു ആർ എന്ന് പറയുന്നത് 7 ആണ്. 7 ഇൻറ്റു ഡി ആർ ബൈ ഡി ടി ഇവിടെ ഗിവൺ തന്നിട്ടുണ്ട്, അതൊന്ന് എഴുതി വെച്ചേക്കാം നമുക്ക്. ഗിവൺ ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് എത്രയാ? 3. ഡി എച്ച് ബൈ ഡി ടി എന്ന് പറയുന്നത് എത്രയാ? 4. പക്ഷേ അതെന്താണ്? മൈനസ് വരും. കാരണം എന്താടാ? ബേസ് റേഡിയസ് കൂടുമ്പോൾ എന്ത് കുറയും? ഹൈറ്റ് കുറയും. അതാണ്. ആൻഡ് ദ ആൾട്ടിറ്റ്യൂഡ് ഈസ് ഡിക്രീസിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അറ്റ് ദ റേറ്റ് ഓഫ് 4 cm/min. അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് നമുക്ക് 3 ആണ്. പ്ലസ് എച്ച് എന്ന് പറയുന്നത് 24 ആണ്. എച്ച് എന്ന് പറയുന്നത് 24 ആണ്. ഇൻറ്റു ഡി എച്ച് ബൈ ഡി ടി എന്ന് പറയുന്നത് -4 എന്ന് വരും. അപ്പോൾ ഇവിടെ 21 മൈനസ് 96 എന്ന് വരും. അപ്പോൾ ഡി എൽ ബൈ ഡി ടി എന്ന് പറയുന്നത് എന്ത് വരും? ഡി എൽ ബൈ ഡി ടി എന്ന് പറയുന്നത് മൈനസ് 6ൽ നിന്ന് 1 പോയാൽ എത്രയാണ്? 5 ആണ്. 9ൽ നിന്ന് 2 പോയാൽ 7 ആണ്. -75/25 എന്ന് വരും. ദാറ്റ് ഈസ് -3 എന്ന് വരും. കാരണം ഈ 25 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് എല്ലാവന്മാരുടെയും റേറ്റുകൾ കിട്ടി, ആറിൻ്റെയും എച്ചിൻ്റെയും എല്ലിൻ്റെയും. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തിൻ്റെയാണ്? കർവ്ഡ് സർഫസ് ഏരിയയുടെ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലാറ്ററൽ സർഫസ് ഏരിയയാണ് നമുക്ക് വേണ്ടത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലാറ്ററൽ സർഫസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് അറിയാം എത്രയാണ്. അത് എസ് എന്ന് എടുക്കുകയാണെങ്കിൽ അത് πr/l എന്ന് വരും. πr/l. അപ്പോൾ ഡി എസ് ബൈ ഡി ടി എന്ന് പറയുമ്പോൾ എന്ത് വരും? π ഇൻറ്റു ആർ ഇൻറ്റു ഡി എൽ ബൈ ഡി ടി പ്ലസ് പ്രോഡക്റ്റ് റൂൾ വേണം, എൽ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി എന്ന് വരുന്നു. ദറ്റ് ഈസ് π ഇൻറ്റു ആർ എത്രയാണ് എന്ന് പറഞ്ഞിരിക്കണം മക്കളെ? ആർ 7, റേഡിയസ് 7 ഇൻറ്റു ഡി എൽ ബൈ ഡി ടി -3 പ്ലസ് എൽ എത്രയാണ്? 25 ഇൻറ്റു ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡി ആർ ബൈ ഡി ടി 3. അപ്പോൾ എത്ര വരും? 25 × 3 75ൽ നിന്ന് നമുക്ക് എത്ര പോകണം? 75 - 21 എന്നാണ് വരിക. അല്ലെ 3 അല്ലേ ഇവിടെ? ഇത് ഡി എൽ ബൈ ഡി ടി എന്ന് പറയുന്നത് -3. ഓക്കെ, -3 ആണ് ഇത്. ഡി എൽ ബൈ ഡി ടി -3, ഡി ആർ ബൈ ഡി ടി 3 വരും. അപ്പോൾ 75ൽ നിന്ന് 21 നമുക്ക് പോകേണ്ടത്. ആൻസർ കിട്ടേണ്ടത് 54 ആണ്. ഇവിടെ ആൻസർ തന്നിട്ടില്ല. ആൻസർ അപ്പം നൺ ഓഫ് ദീസ് ആണ് നമുക്ക് വരിക. 54 cm/s ഡിക്രീസിങ് ആണ്, അല്ല പോസിറ്റീവാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എടാ മക്കളെ, ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഒരു കുഴപ്പമുള്ള, ഇവിടെ ഒരു നടുക്കൊരു പ്ലസ് സൈൻ ഉണ്ടായിരുന്നത്. നടുക്കൊരു പ്ലസ് സൈൻ ഉണ്ട്. sin x + cos x ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് k sin x + 2 cos x ബൈ sin x + cos x ആണ്. ഈ സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. ദെൻ ഈ സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ്, then k less than 1, k greater than 1. അപ്പോൾ ഇനി നമുക്ക് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനുകളെ കുറിച്ച് നോക്കിയാലോ. ഇൻക്രീസിങ് ഡിക്രീസിങ്ങിൻ്റെ പ്രത്യേകത എന്താ? ഇൻക്രീസിങ് ഡിക്രീസ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുന്ന ഇൻ്റർവെല്ലിൻ്റെ പ്രത്യേകത അവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എക്സിൻ്റെ വാല്യൂ കൂടുമ്പോൾ വൈയുടെ വാല്യൂ കൂടണം.
ഇനി എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നതെങ്കിൽ അത് ഡിക്രീസിങ് ഫംഗ്ഷനാണ്. ഒരേ ഫംഗ്ഷൻ തന്നെ ചില ഇൻ്റർവെല്ലുകളിൽ പോസിറ്റീവ് ഇൻക്രീസിങ് ആയിരിക്കും, ചിലയിടത്ത് ഡിക്രീസിങ് ആയിരിക്കും. കാരണം കർവുകൾ കണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇവിടം തൊട്ട് ഇവിടം വരെ അവൻ ഇൻക്രീസ് ചെയ്തു, ഇവിടം തൊട്ട് ഇവിടം വരെ ഡിക്രീസ് ചെയ്തു എന്നാണ് അർത്ഥം. മനസ്സിലായല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇവൻ ഇൻക്രീസിങ് ആകുന്നത് ഏതൊക്കെ വാല്യൂസിനാണ് എന്നാണ് നമുക്കറിയേണ്ടത്. അതായത് നമ്മൾ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്ന സംഭവം എടുക്കുക. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? ഡിനോമിനേറ്റർ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഉണ്ട്, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് കെ കോസ് എക്സ് മൈനസ് 2 സൈൻ എക്സ് വരും, മൈനസ് ന്യൂമറേറ്റർ കെ കോസ് എക്സ് കെ സൈൻ എക്സ് പ്ലസ് 2 കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് സൈൻ എക്സ് the whole divided by sin x plus cos x the whole square. That is sin x into k. ഇത് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? k sin x cos x minus 2k minus 2 sin x cos x sin square x minus 2 sin square x sin x into minus അടുത്തത് പ്ലസ് കെ സ്ക്വയർ കെ കോസ് സ്ക്വയർ എക്സ് മൈനസ് 2 സൈൻ എക്സ് കോസ് എക്സ് അടുത്ത മൈനസ് കെ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് കെ സൈൻ എക്സ് കോസ് എക്സ് മൈനസ് ഈ മൈനസും പ്ലസ് ആവും കെ സൈൻ സ്ക്വയർ എക്സ് 2 cos x ഇൻറ്റു കോസ് എക്സ് ഇവിടെ വെളി മൈനസ് ഉണ്ട് മൈനസ് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് പ്ലസ് ആകും എന്ത് വരും 2 സൈൻ എക്സ് കോസ് എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളണേ. ഈ കെ സൈൻ എക്സ് കോസ് എക്സ് ഇവിടെ ഒരു പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ട്, പിന്നെ മൈനസ് 2 സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് 2 സൈൻ എക്സ് കോസ് എക്സ് ഉണ്ട്. ഇനി കെ കോസ് സ്ക്വയർ എക്സും കെ സൈൻ സ്ക്വയർ എക്സിൽ നിന്നും കെ കോമൺ എടുത്തു കഴിഞ്ഞാൽ അകത്ത് എന്ത് വരും? കെ വരും. കെ ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് അല്ലേ വരിക, അത് കെ വരും. ഇനി മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് മൈനസ് 2 കോസ് സ്ക്വയർ എക്സ് അവിടെ മൈനസ് 2 വെളിയിലെടുത്താൽ അതും എന്ത് വരും? മൈനസ് 2 കോമൺ എടുക്കുമ്പോൾ അകത്ത് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് വരും, അതും 1 ആണ്. അപ്പോൾ കെ ബൈ എന്ത് വരും? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് കിട്ടുക. ഇത് ഗ്രേറ്റർ ദാൻ 0 ആവണം. ഫോർ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഇറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0. ഇതെന്താവണം? ഗ്രേറ്റർ ദാൻ 0 ആവണം. ഇത് ഗ്രേറ്റർ ദാൻ 0 ആകുക എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഓൾറെഡി പോസിറ്റീവ് ആണ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ. പിന്നെ ആര് ഗ്രേറ്റർ ദാൻ 0 ആവണം? ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ 0 ആവണം. എന്ന് പറഞ്ഞാൽ കെ ഗ്രേറ്റർ ദാൻ 2 ആവണം. കെ ഗ്രേറ്റർ ദാൻ 2 ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ കെ മൈനസ് 2 ബൈ സൈൻ എക്സ് പ്ലസ് ഓക്കെ കെ ഗ്രേറ്റർ ദാൻ 2 എന്ന് വരും. ഓപ്ഷൻ ഏതാടാ? ഇതാ കെ ഗ്രേറ്റർ ദാൻ 2 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 5 മൈനസ് എഫ് എക്സ് ഈക്വൽ ടു എന്താ വന്നിരിക്കുന്നത്? എക്സ് റൈസ് ടു 5 മൈനസ് 5 എക്സ് റൈസ് ടു 4 പ്ലസ് 5 എക്സ് ക്യൂബ് മൈനസ് 10 has a local maximum at x equal to p and x equal to maximum and minimum at x equal to p and x equal to q respectively, then the value of p, the ordered pair pq ആണ് ക്വസ്റ്റ്യൻ. എടാ ഇത് മാക്സിമം മിനിമം ആകുന്ന പോയിന്റുകളാണ് നമുക്ക് വേണ്ടത്. അതിന് നമുക്ക് ഇത് പിന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് മാത്രം മതി. അതാണ് ഇവിടെയൊക്കെ എളുപ്പം, കാരണം അല്ലേ 5 കുറേ റൂട്ട് ഉണ്ടാവും ഇതിന്. അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും ഇവിടെ മക്കളെ? 5 എക്സ് റൈസ് ടു 4 മൈനസ്
5 × 4x³ പ്ലസ് 5 × 3x². നമുക്കിവിടെ നിന്നൊരു 5x² വെളിയിലെടുത്താൽ അകത്ത് x² മൈനസ് 4x + 3 എന്ന് വരും. ദാറ്റ് ഈസ് 5x² ഇൻറ്റു x മൈനസ് 1 ഇൻറ്റു x മൈനസ് 3 എന്നല്ലടാ മക്കളെ വരിക. അപ്പോൾ ഇവിടെ f' 0 ആകുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരും? x = 0 വരും, 1 വരും, 3 വരും. അത് 0 ഈസ് എ റിപ്പീറ്റഡ് റൂട്ട്. നമുക്ക് ഇതിൻ്റെ അടുത്ത ഡെറിവേറ്റീവ് കണ്ടിട്ട് പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് പകരം നമുക്ക് എളുപ്പം ഇങ്ങനെയുള്ള റൂട്ടുകൾ ഈസി ആയിട്ട് കിട്ടിയിട്ടുള്ള ക്വസ്റ്റൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി എന്നറിയാവോ? ശ്രദ്ധിച്ചോളൂ, ഞാൻ ചെയ്യണം, ശ്രദ്ധിച്ചോളണേ. ഞാൻ ഈ കാണുന്ന പോയിന്റുകളെ ഒരു നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യുന്നു. ഈ കാണുന്ന പോയിന്റുകളെ നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്തപ്പോൾ ഒരെണ്ണം 0 ആണ്, ഒരെണ്ണം 0, ഒരെണ്ണം 1, ഒരെണ്ണം 3 അല്ലേ? ഇനി നോക്കൂ, ഞാൻ ഇതിനകത്ത് 4 ആണ് എക്സിന് കൊടുക്കണമെന്നിരിക്കട്ടെ. എക്സിന് 4 ആണ് കൊടുക്കണമെങ്കിൽ ഇത് പോസിറ്റീവ്, 4 - 1 പോസിറ്റീവ്, 4 - 3 പോസിറ്റീവ്. അപ്പോൾ 4 കൊടുത്താൽ പോസിറ്റീവ് വരും. അപ്പോൾ ഇതിൽ പോസിറ്റീവ് അല്ലട മക്കളെ, ഇതിലപ്പം നെഗറ്റീവ് അല്ലേ? ഇതിൽ പോസിറ്റീവാണ്, ഇവിടെയും പോസിറ്റീവ് വരും. അതാണ് ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. കാരണം എന്താ? 0 ഈസ് എ റിപ്പീറ്റഡ് റൂട്ട്. അതായത് ഈവൻ ഓർഡർ റൂട്ടാണെങ്കിൽ അതിൻ്റെ 2 സൈഡിലും ഒരേ സൈനേ വരൂ. ഇപ്പോൾ എന്നാൽ ഇവിടെ x³ ആയിരുന്നുവെങ്കിൽ ചേഞ്ച് വരില്ല, രണ്ടിടത്തും എന്ത് തന്നെ വരും? ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ് വരും. ഇവിടെ ഇപ്പോൾ നമുക്ക് വെളിയിൽ x³ ആണ് കിട്ടിയെങ്കിൽ ഇത് x² ആണ്. ഈവൻ പവറുകൾ ഓർഡർ റൂട്ടുകൾ വന്നാൽ അവിടെ രണ്ടിടത്തും ചേഞ്ച് ഇല്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേ, -∞ മുതൽ 1 വരെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ബിക്കോസ് f' > 0 ആണ്. -∞ മുതൽ 1 വരെ, -∞ മുതൽ 1 വരെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. 1 വരെ, x = 1 വരെ അവൻ ഇൻക്രീസിങ് ആണ്. ഇനി 1 മുതൽ 3 വരെ എന്ത് ചെയ്യുന്നു? അവൻ ഡിക്രീസ് ചെയ്യുന്നു. 1 മുതൽ 3 വരെ അവൻ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. 1 മുതൽ 3 വരെ അവൻ ഡിക്രീസ് ചെയ്യുന്നു. ഇത് x = 3 എന്ന് പറയുന്ന പോയിൻ്റാണ്. വീണ്ടും 3 to ∞ അവൻ എന്ത് പോകുന്നു? ഇൻക്രീസിങ് ആയി പോകുന്നു. അപ്പോൾ നമുക്കറിയാം എന്താണ് ലോക്കൽ മാക്സിമം എന്ന് പറഞ്ഞാൽ എ ഫംഗ്ഷൻ ഈസ് ടേണിങ് ഫ്രം ഇൻക്രീസിങ് ടു ഡിക്രീസിങ്. ഇൻക്രീസ് ചെയ്ത് വന്നിട്ട് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങുന്ന പോയിന്റിനെയാണ് ലോക്കൽ മാക്സിമം എന്ന് പറയുക. ഡിക്രീസിങ്ങിൽ നിന്ന് ഇൻക്രീസിങ്ങിലേക്ക് പോകുന്ന പോയിന്റിനെയാണ് എന്ത് വിളിക്കുക? ലോക്കൽ മിനിമം എന്ന് പറയുക. പ്ലസ്സിൽ നിന്ന് മൈനസിലേക്ക് മാറിയാൽ അത് ലോക്കൽ മാക്സിമം. അപ്പോൾ ഇവിടെ ലോക്കൽ മാക്സിമം അറ്റ് x = p ആണ്. അപ്പോൾ p എന്ന് പറയുന്നത് 1 ആണ്. ലോക്കൽ മിനിമം എന്ന് പറയുന്നത് q ആണ്. അതപ്പോൾ q = 3 ആണ്. നമുക്ക് വേണ്ടത് ഓർഡേർഡ് പെയർ ആണ് വേണ്ടത്. ഓർഡേർഡ് പെയർ എന്ന് പറയുമ്പോൾ എത്ര വരും? 1, 3 എന്ന് കിട്ടുന്നു. 1ൽ ലോക്കൽ മാക്സിമവും 3ൽ ലോക്കൽ മിനിമവുമാണ് വരുന്നത്. 1ൽ ലോക്കൽ മാക്സിമവും 3ൽ ലോക്കൽ മിനിമവും വരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 20. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ കാൽക്കുലസ് വെച്ചും ചെയ്യാം, അല്ലാണ്ടും ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ ഇതിൻ്റെ ഇതാണ് ക്വസ്റ്റ്യൻ. ഇഫ് a² x⁴ പ്ലസ് b² y⁴ = c⁻⁶, then the maximum value of xy. ഇത് കാൽക്കുലസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ കാൽക്കുലസ് ഇവിടെ പണിമുടക്കാണ്. പക്ഷേ ചില ക്വസ്റ്റ്യനുകൾ കാൽക്കുലസ് ഉപയോഗിച്ച് മാത്രമേ ചെയ്യാൻ പറ്റാറുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പം മാക്സിമം വാല്യൂ ഓഫ് y ആണ് സാർ നമുക്ക് ക്വസ്റ്റ്യൻ വരിക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാക്സിമം വാല്യൂ ഓഫ് xy എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം വാല്യൂ ഓഫ് xy. അതുകൊണ്ടാണ്, അതായത് xyയുടെ മാക്സിമം y × x-ൻ്റെ മാക്സിമം വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് കാൽക്കുലസ് ഉപയോഗിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയാം അവിടെ മക്കളെ. b² y⁴ എന്ന് പറയുന്നത് c⁻⁶ - a² x⁴ ആണ്. അപ്പോൾ y⁴ എന്ന് പറയുന്നത് c⁻⁶ - a² x⁴ b² എന്ന് വരും. അപ്പോൾ y എന്ന് പറയുന്നത് c⁻⁶ - a² x⁴ b², the whole raised to 1/4 എന്ന് വരും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഞാനത് ചെയ്യുന്നില്ലേ, നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ, ആൻസർ കിട്ടും. പക്ഷേ കുറച്ച് വർക്ക് ചെയ്യേണ്ടി വരും. ലെറ്റ് s = xy. അപ്പോൾ x × y എന്ന് പറയുന്ന ആരാ? c⁻⁶ - a² x⁴ b², the whole raised to 1/4 എന്ന് വരും. വേണമെങ്കിൽ സൗകര്യത്തിന് എക്സിനകത്തേക്ക് കയറ്റിയാൽ x⁴ - a² x⁸ by b²,
ദ ഹോൾ റൈസ് ടു 1/4 എന്ന് വരും. ഇനി ds/dx കണ്ടുപിടിക്കണം. ds/dx ds/dx കണ്ടുപിടിക്കുമ്പോൾ നമുക്കതിനെ 0 ഇക്വേറ്റ് ചെയ്താൽ മതി. ds/dx എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാമെന്നറിയാവടാ? ദാ 1/4 ഇൻറ്റു x⁴ മൈനസ് a² അല്ല c⁶ ഉണ്ട്, c⁶ a⁴x ഉണ്ട്, a² x⁸ ദ ഹോൾ റൈസ് ടു -3/4. ഇത് കനോട്ട് ബി 0 ഇൻറ്റു ഡെറിവേറ്റീവ് c⁶ ഇൻറ്റു 4x³ വരും മൈനസ് a² ഇൻറ്റു 8x⁷ വരും ബൈ b² വരും. ഇതാണ് അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇതിനെ ഇക്വേറ്റ് ചെയ്യണം 0 ഇതിനെ 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ 0 ഇക്വേറ്റ് ചെയ്താൽ മതി. ഇതിനെ 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും സിയുടെ. ആ വാല്യൂവിന് നമ്മൾ എവിടെ ഇട്ട് കൊടുത്താൽ മതി? ഈ ഫംഗ്ഷനിൽ ഇട്ട് കൊടുത്താൽ മതി. നല്ല രസമാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് വരാൻ. കുറച്ച് കാൽക്കുലേഷൻ ഉണ്ടത് ആ ക്വസ്റ്റ്യൻ ചെയ്തു വരാൻ കേട്ടോ. നിങ്ങളൊന്ന് അതൊന്ന് ശ്രമിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ അതിനു വേണ്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞ ചില പ്രോബ്ലങ്ങളിൽ നമുക്കിതുപോലെ XY ഒക്കെ മാക്സിമം അല്ലെങ്കിൽ x²y മാക്സിമം എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരുന്ന കേസിൽ ഇംപ്ലിസിറ്റ് ആയിരിക്കും ഫംഗ്ഷൻ വരിക. അതിനകത്തുനിന്ന് അതിനെ നമ്മൾ y കണ്ടുപിടിച്ചിട്ട് ആ XY² അല്ലെങ്കിൽ x²y ആണെങ്കിൽ അവിടെ y ഇട്ട് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് x ആയി. എന്നിട്ട് അതിൻ്റെ മാക്സിമം മിനിമം കണ്ടുപിടിക്കണം. അത് ഫംഗ്ഷൻ ഓഫ് x ആയതുകൊണ്ട് dy/dx അല്ല അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x എടുക്കുക, അല്ലെങ്കിൽ fx എന്ന് വിളിക്കുക, f'(x) f' കണ്ടുപിടിക്കുക. ഞാൻ ഇവിടെ പറയാമെന്ന വേറൊരു സംഭവം, ഒരു സം തന്നിട്ടൊരു പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട മാക്സിമമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാമെന്നറിയാവോ? അരിത്തമെറ്റിക് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യാം. അതായത് a+b/2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു √(ab) ആണ് എന്ന് നമുക്കറിയാം. ഇവിടെ ഞാൻ a ആയിട്ട് എടുക്കുന്നത് a² x⁴ഉം b ആയിട്ട് എടുക്കുന്നത് b² y⁴ ഇതിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അതിൻ്റെ ജോമെട്രിക് മീൻ ആയിരിക്കും. അപ്പോൾ a² x⁴ ഇൻറ്റു b² y⁴ എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് a² x⁴ പ്ലസ് b² y⁴ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. a² റൂട്ട് a, b² റൂട്ട് b, എക്സിൻ്റെത് x², y⁴ ഇനി മക്കളെ ഈ സാധനം c⁶ ആണ്. അപ്പോൾ c⁶ ഈസ് കാരണം ഇറ്റ് ഈസ് ഗിവൺ c⁶ ഈസ് ഗ്രേറ്റർ ദാൻ 2ab x² y² എന്ന് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം എന്താണെന്ന് നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന സംഭവം പറഞ്ഞു തരാം. x² y² ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു c⁻⁶/2ab. ടേക്കിംഗ് സ്ക്വയർ റൂട്ട് xy ലെസ് ദാൻ ഓർ ഈക്വൽ ടു c⁻⁶ റൂട്ട് c³ താഴെ √2ab. ഇതാണ് നമുക്ക് കിട്ടുക. ദാറ്റ് മീൻസ് ദ മാക്സിമം വാല്യൂ ഓഫ് xy എന്ന് പറയുന്നത് c³/√2a³ എന്ന് പറയുന്ന സാധനമാണ്. ഓക്കെ ആണല്ലോ? മറ്റേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ദ ഗ്ലോബൽ മാക്സിമം വാല്യൂ ഓഫ് fx ഈക്വൽ ടു log 4x³ മൈനസ് 12x² പ്ലസ് 11x മൈനസ് 3 ഇൻ ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ 2-3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലോസ്ഡ് ഇൻ്റർവെൽ 2-3. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു gx ഇതിനകത്ത് ഇവൻ്റെ മാക്സിമം വാല്യൂ കിട്ടിയാൽ മതി ഈ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ. ബിക്കോസ് ലോഗ് വിത്ത് ബേസ് 10 ആണ്, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും. അപ്പോൾ gx എന്ന് പറയുന്നത് 4x³ മൈനസ് 12x² പ്ലസ് 11x മൈനസ് 3 ആണ്. ഇവിടെ g'(x) എടുത്തു കഴിഞ്ഞാൽ 12x² മൈനസ് 24x പ്ലസ് 11 എന്ന് വരും. ഞാനിവിടെ 12 കോമൺ എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയാവോടാ? ഇതിന് ഞാൻ 12 - 1 എന്ന് എഴുതി. അങ്ങനെ എഴുതുമ്പോൾ ഇവിടെ 12 ഇൻറ്റു നമുക്ക് x² മൈനസ് 2x പ്ലസ് 1 എന്ന് കിട്ടും -1. ഇത് 12 ഇൻറ്റു x മൈനസ് 1 ദി ഹോൾ സ്ക്വയർ -1. ഈ കാണുന്നതിൽ നിങ്ങൾ 2 കൊടുത്തോളൂ, പോസിറ്റീവ് അല്ലേ കിട്ടുക. 2 - 1 ദോൾ സ്ക്വയർ 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു 12 വരും. 3 - 1 ദോൾ സ്ക്വയർ. അതായത് ഈ പറയുന്ന ഇൻ്റർവെല്ലിൽ ഈ g'(x) പോസിറ്റീവ് ആണല്ലോ. ദാറ്റ് മീൻസ് എന്താണ് അതിൻ്റെ അർത്ഥം? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. ഫംഗ്ഷൻ ഈസ്
ഇൻക്രീസിങ്. അപ്പോൾ മാക്സിമം വാല്യൂ അല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ എന്ത് വരും? ദാർഫോർ ദ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ g(3) ആയിരിക്കും മാക്സിമം, g(3). അപ്പോൾ ദ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്, മാക്സിമം എന്ന് പറയുമ്പോൾ ലോഗരിതം ഓഫ് എത്ര വരും? 4 × 3³ minus 12 × 3² plus 11 × 3 minus 3 എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 30 എന്നാണ്. അപ്പോൾ log 30 to the base 3 എന്ന് കിട്ടും. log 30 എന്ന് പറയുന്നതിനെ നമുക്ക് log 10 × 3 to the base 10 എന്ന് എഴുതാം. log AB എന്ന് പറഞ്ഞാൽ log A plus log B ആണ്. അപ്പോൾ log 10 to the base 10 plus log 3 to the base 10 എന്ന് വരും. logarithm of a number to the same base എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 plus log 3 to the base 10. 1 plus log 3 to the base 10 എന്ന് പറയുന്ന ആൻസർ ആണ് വരിക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, tangents are drawn to the circle x² plus y² = 16 from the point 0h. These tangents meet the x-axis at A and B. If the area of triangle PAB is minimum, then h എത്രയാണെന്ന്. അത് ഏരിയ മിനിമം ആകുന്ന h ആണ് വേണ്ടത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ഇവിടെ ടാൻജൻറ്റുകൾ വരക്കുന്നത് ഒരു പോയിൻ്റ് ഉണ്ട്. ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇത് ഒരു സെൻറ്ററാണ്, ഇത് എ എന്ന് പറയും, മറ്റേ എ ആൻഡ് ബി, ഇതാണ് P0H, ഇത് ബി ആണ്. നമുക്ക് വേരിയബിൾ ഏരിയ ആയിട്ട് കണ്ടാലല്ലേ മാക്സിമം മിനിമം പറയാൻ പറ്റൂ. ഞാനിവിടെ ചെയ്യാൻ പോകുന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഞാനിവിടെ ഇങ്ങനൊരു ലൈൻ വരക്കുന്നു. ഈ ലൈൻ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ തീറ്റ എന്നെടുക്കുന്നു. കാരണം എപ്പോഴും റേഡിയസ് എന്തായിരിക്കും ടാൻജൻറ്റിന്. ഇപ്പോൾ ഇത് 4 ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ 4. ഇനി ഇത് തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയായിരിക്കും നമുക്കറിയാം. കാരണം ഇത് 90 - തീറ്റയാണ്. അപ്പോൾ ഇത് ഒരു PAB, ഇത് C ആണെങ്കിൽ ട്രയാങ്കിൾ OAC എടുക്കുകയാണെങ്കിൽ അഡ്ജസൻറ്റ് സൈഡാണ് വേണ്ടത്. കോസ് എന്ന് പറയുന്നത് എന്ത് വരും ഇവിടെ മക്കളെ? കോസ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് 4 എന്ത് വരും? OA വരും. അപ്പോൾ OA എന്ന് പറയുന്നത് എന്ത് വരും? OA എന്ന് പറയുന്നത് 4 cos വരും. അപ്പോൾ AB എന്ന് പറയുന്നത് എത്ര വരും? 2 × 4 cos വരും. അതായത് 8 cos എന്ന് വരും. ഇനി നമ്മൾ ട്രയാങ്കിൾ POC എടുക്കുന്നു. ട്രയാങ്കിൾ POC എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ അഡ്ജസൻറ്റ് സൈഡാണ്, അല്ലെങ്കിൽ ഇത് പിന്നെ ഇതാണ് ഹൈപ്പോട്ടന്യൂസ് ആണ് OP, ഇതാണ് 90 ഡിഗ്രി. അപ്പോൾ സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ 4/OP വരും. 4/OP. അപ്പോൾ OP എന്ന് പറയുന്നത് എന്ത് വരും? 4/sin തീറ്റ വരും. മക്കളെ, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഏരിയ ഓഫ് ട്രയാങ്കിൾ PAB എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് ഇതാണ് AB, 8 cos ഇൻറ്റു എത്ര വരും? ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 4/sin എന്ന് വരും അല്ലേ? അതായത് നമുക്കിവിടെ കിട്ടുന്നത് 32/sin 2 എടാ, ഈ ഏരിയ മിനിമം ആകുന്ന എപ്പോഴാണ്? ഏരിയ, കാരണം ന്യൂമറേറ്റർ കോൺസ്റ്റൻ്റ് ആണ്. ഏരിയ ഈസ് മിനിമം വെൻ ദ ഡിനോമിനേറ്റർ ഈസ് മാക്സിമം. അതായത് sin 2 1 ആവണം, 2 π/2 ആവണം. അപ്പോൾ തീറ്റ എത്രയാവണം? π/4 ആവണം. തീറ്റ π/4. നമുക്ക് വേണ്ടത് h ആണ്. ഇതാണ് h. OP എന്ന് പറയുന്നതാണ് h. അപ്പോൾ h എന്ന് പറയുന്നത് 4 cos, അല്ലെ 4 × cosec തീറ്റയാണ് വരിക. h എന്ന് പറയുന്നത്
4 ഇൻറ്റു കൊസീക്ക് തീറ്റയാണ്, 4/sin തീറ്റ. അപ്പം കൊസീക്ക് പിന്നെ π/4 √2 വരും. അപ്പോൾ h = 4√2 എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ആൻസർ വരിക. h = 4√2. അടുത്ത ക്വസ്റ്റ്യൻ. The function fx = sin raised to 4x plus cos raised to 4x increases. sin raised to 4x plus cos raised to 4x increases എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണമല്ലോ. f dash x എന്ന് പറയുന്നത് എന്ത് വരും? 4 sin cube x into cos x plus 4 cos cube x into minus sin x എന്ന് വരും. ദാറ്റ് ഈസ് 4 sin x cos x LC എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് sin square x minus cos square x. ഈ 4ൽ നിന്നൊരു 2 മാറ്റിയാൽ ഇത് 2 sin x cos x sin 2x ആകും. ഇനി മക്കളെ സൈൻസ് cos square x മൈനസ് sin square x ആണ് cos 2x. അപ്പോൾ ഇതെന്ത് വരും? മൈനസ് cos 2x എന്ന് വരും. ഇപ്പോൾ ഇത് മൊത്തത്തിൽ എത്രയാണ്? മൈനസ്. അപ്പോൾ മൈനസ് sin 4x വരും. ഇത് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈനസ് sin 4x എന്താവണം? ഗ്രേറ്റർ ദാൻ 0 ആവണം. എന്ന് പറഞ്ഞാൽ sin 4x എന്താവണം? ലെസ് ദാൻ 0 ആവണം. ഏതൊക്കെ ക്വാഡ്രന്റിലായിരിക്കും? അപ്പോൾ ഈ 2 ക്വാഡ്രന്റിലാണ് സൈൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പൈ ലെസ് ദാൻ 4x ലെസ് ദാൻ 2π. നമ്മളൊരു സൈക്കിൾ നോക്കിയാൽ മതി. അപ്പോൾ π/4 ലെസ് ദാൻ x ലെസ് ദാൻ π/2 വരും. ഈ ഇൻ്റർവെല്ലോ ഇതിൻ്റെ സബ് ഇൻ്റർവെല്ലോ ആയിരിക്കും ആൻസർ. അപ്പോൾ π/4 മുതൽ 3π/2 വരെ ഈ ഇൻ്റർവെല്ലാണ് ഇതിൻ്റെ സബ് ഇൻ്റർവെല്ലായിട്ട് വരിക. അപ്പോൾ അതാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് ദ ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് ഇൻ്റർവെൽ ഇൻ വിച്ച് ദ ഫംഗ്ഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കിട്ടുക വേണ്ടി മാത്രം ഇട്ടതാണ് ഞാൻ. 3 sin x മൈനസ് 4 sin cube x എന്ന് പറഞ്ഞാൽ sin 3x ആണ്. sin 3x ആണ്. ഈ sin 3x ദ ലോങ്ങസ്റ്റ് ഇൻ്റർവെൽ ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. sin 3x ഇൻക്രീസിങ് ആവണം. അപ്പോൾ എഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ sin 3x ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -3 cos 3x ആണ്. അല്ലെ sin 3xൻ്റെ കേസ് തന്നെ എടുത്താലും മതി. sin 3x ഇൻക്രീസ് ആകുന്ന ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ കർവ് വരക്കുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇത് -π/2 മുതൽ -π/2 എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും. -π/2 മുതൽ +π/2 വരെയാണ് sin 3x ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് ഇൻക്രീസിങ് ആകുന്ന ഇൻ്റർവെല്ല്. അപ്പം -π/2 ലെസ് ദാൻ 3x ലെസ് ദാൻ π/2 ആണ് ആ ഇൻ്റർവെല്ല്. അതായത് -π/3 ലെസ് ദാൻ x ലെസ് ദാൻ π/6ലാണ്. നമുക്ക് ഡെറിവേറ്റീവ് എടുക്കണമെന്നില്ല, അത് വെച്ച് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ ഇതാണ് ലോവർ ലിമിറ്റ്, ഇതാണ് അപ്പർ ലിമിറ്റ്. അപ്പോൾ ലെങ്ത് ഓഫ് ദ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? π/6 മൈനസ് π/6 എന്ന് വരും. ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്ന എത്രയാണ്? π/3. ദ ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ എത്ര വരും? π/3 എന്നാണ് നമുക്ക് കിട്ടുക. നമുക്ക് ഒരു ചെറിയ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. എഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇതാണ് വരിക. ഈ ഇൻ്റഗ്രൽ എഫ് എക്സ് നോക്കണല്ലേ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇത് IITക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പഴയ സ്ക്രീനിങ്. x-1 ഇൻറ്റു x-2 dx. ഇവിടെ f ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ലല്ലോ. ഇ റൈസ് ടു എക്സ് ഇൻറ്റു x-1 ഇൻറ്റു x-2 എന്ന് വരും. ഇത് ഗ്രേറ്റർ ദാൻ 0 ആവണം. എന്ന് പറഞ്ഞാൽ x-1 ഇൻറ്റു x-2 എന്താവണം? ഗ്രേറ്റർ ദാൻ 0 ആവണം. ഇതിൻ്റെ നിങ്ങൾ നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1നും 2നും ഇടയ്ക്കാണ് ഇത് എന്തായിട്ട് വരിക? ഡിക്രീസസ് ആണ്. അപ്പോൾ 1 കൊടുത്ത് 1നും 2നും ഇടയ്ക്കുള്ള നമ്പറിന് ഇത് നെഗറ്റീവ് ആകും, ഇത് പോസിറ്റീവ് ആകും. അല്ലെ, ഇത് പോസിറ്റീവ് ആകും, ഇത് നെഗറ്റീവ് ആകും. അപ്പോൾ 1, 2 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അല്ലെങ്കിൽ നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. അതായത് ദ ഫംഗ്ഷൻ എച്ച് എക്സ് ഈക്വൽ ടു എഫ് എക്സ്. എച്ച് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ എന്താണെന്ന് പറഞ്ഞു തരാം. എഫ് എക്സ് മൈനസ് എഫ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് എഫ് എക്സ് ദ ഹോൾ ക്യൂബ് ഫോർ എവറി റിയൽ നമ്പർ എക്സ് ദെൻ എച്ച് ഈസ് ഇൻക്രീസിങ് വെൻ എവർ എഫ് ഈസ് ഇൻക്രീസിങ്. അങ്ങനെ പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എച്ച് ഈസ് ഡിക്രീസിങ് അങ്ങനെയാണ്. അപ്പം നമുക്കിവിടെ എന്ത് വേണം? എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് വേണം. ഡെറിവേറ്റീവ് ഓഫ് എച്ച് എക്സ്, എച്ച് ഡാഷ് എക്സ്. അപ്പോൾ എന്ത് വരും ഇടാം? എഫ് ഡാഷ് എക്സ് വരും -2 ഇൻറ്റു 2fx ഇൻറ്റു -2fx ഇൻറ്റു എഫ് ഡാഷ് എക്സ് വരും പ്ലസ് 3fx സ്ക്വയർ ഇൻറ്റു എഫ് ഡാഷ് എക്സ് എന്നും കിട്ടും.
അപ്പോൾ ഇതെല്ലാത്തിലും നമ്മൾ എഫ് ഡാഷ് എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് 1 മൈനസ് 2fx പ്ലസ് fx 3fx സ്ക്വയർ. എടാ ഇതിൽ എഫ് ഡാഷ് എക്സ് ഇൻറ്റു നിങ്ങൾ ശ്രദ്ധിക്കണം 1 മൈനസ് ഇവിടെ നിന്ന് ഒരു എഫ് എക്സ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇത് 1 മൈനസ് എഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പോയിട്ടൊരു 2 എഫ് എക്സ് സ്ക്വയർ മിച്ചം ഉണ്ടാവും. ഇനി ഇതിൻ്റെ പ്രത്യേകത ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ, സോ ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ, അതും പോസിറ്റീവാണ്. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഇൻറ്റു ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആവണമെങ്കിൽ അതായത് സൈൻ ഓഫ് എച്ച് ഡാഷ് എക്സ് ഡിപ്പെൻസ് ഓൺലി ഓൺ എഫ് ഡാഷ് എക്സ്. അപ്പോൾ എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ എച്ച് ഡാഷ് എക്സ് പോസിറ്റീവ് ആയിരിക്കും. അതായത് എഫ് എക്സ് ഇൻക്രീസിങ് ആണെങ്കിൽ എച്ച് എക്സ് ഇൻക്രീസിങ് ആയിരിക്കും. എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ എച്ച് ഡാഷ് എക്സ് നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് വെൻ അവർ എഫ് എക്സ് ഈസ് ഡിക്രീസിങ് അല്ലെ എച്ച് എക്സ് ഈസ് ഓൾസോ ഡിക്രീസിങ്. അപ്പോൾ ആൻസർ ഫസ്റ്റ് വൺ ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ ആണല്ലോ? ഞാൻ പറഞ്ഞ ആ ക്വസ്റ്റൻ ഒന്ന് നിങ്ങൾ തനിയെ ഒന്ന് ചെയ്ത് നോക്കണേ. ഓക്കെ, അടുത്ത നമ്മുടെ സാറ് വന്നിട്ടുണ്ട്, അജേഷ് സാർ വന്നിട്ടുണ്ട്. കെമിസ്ട്രിയുടെ പുലി ആണ് നമുക്കിനി വരുന്നത്. ഓക്കെ, ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്കും പിന്നെ കുറച്ച് പ്രാക്ടിക്കൽ കെമിസ്ട്രിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മുന്നേ നടന്ന ലൈവിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് ജോർലി സാറ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ കണ്ടു. അപ്പോൾ സാറ് ഡിസ്കസ് ചെയ്ത പോലെയുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് JEE മെയിൻസിന് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഡി ആൻഡ് എഫിലും സെലക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ മോഡൽ എന്ന് പറയുന്നത് സാധാരണ JEEക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു പാറ്റേൺ അനുസരിച്ചാണ്. പിന്നെ നിങ്ങൾ ഈ പ്രഡിക്ഷൻ ലൈവ് ആണെങ്കിലും നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഡി ആൻഡ് എഫ് എന്നുള്ള ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ അതിന് പ്രത്യേകിച്ചൊരു പ്രഡിക്ഷൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് അതായത് ഇന്ന ഏരിയ കുറച്ച് പറഞ്ഞു തരുന്ന എളുപ്പമായിരിക്കും. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർ ഓക്കെ ഇന്ന ഏരിയയൊക്കെ ആയിരിക്കും കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവുക, നമുക്ക് വേറെ ഏരിയ മാറ്റിയിടാം എന്ന് ചിന്തിച്ചാൽ നമ്മൾ ഈ പറയുന്ന പ്രഡിക്ഷൻസൊക്കെ അല്ലേ മൊത്തം പാളും. അതുകൊണ്ട് നമ്മൾ ആ ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ ഉണ്ടായിരിക്കണം. എന്തായാലും നിങ്ങൾ JEE എക്സാം എഴുതി IITians ആകാൻ പോകുന്ന ആളുകളാണല്ലോ. അപ്പം നിങ്ങളിങ്ങനെ തട്ടിമുട്ടി കുറച്ച് പഠിച്ച് അങ്ങനെ IIT പോയി കയറേണ്ട ആളുകളല്ല. നിങ്ങൾ ശരിക്കും നല്ല രീതിയിൽ മനസ്സിലാക്കി നല്ല രീതിയിൽ കാര്യങ്ങൾ എന്താ പറയുക ഇതിങ്ങനെ വന്നാൽ അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി പിന്നെ IITയിലോട്ട് കയറി ചെല്ലുമ്പോഴാണ് അതിനൊരു വിലയുള്ളൂ. അല്ല നമ്മൾ തട്ടുമുട്ടും പറിച്ച് കുറച്ച് ഷോർട്ട് കട്ടൊക്കെ പഠിച്ച് അല്ലേ അയാൾ ഇതിലേ വന്നപ്പോൾ ഇയാൾ അതിലേ പോയി എന്നുള്ള കോഡൊക്കെ പഠിച്ച് IITയിലോട്ട് കയറുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് അത്യാവശ്യം ചാപ്റ്ററിനെ കുറിച്ചൊരു ഓവറോൾ ഐഡിയ ഉണ്ടാകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. ഡി ആൻഡ് എഫിലെ ദ ട്രാൻസിഷൻ എലമെൻറ്റ് ദാറ്റ് ഹാസ് ലോവസ്റ്റ് എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ എന്നാണ് ചോദ്യം. എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ ഏറ്റവും കുറവുള്ള ട്രാൻസിഷൻ എലമെൻറ്റ് ഏതാണെന്ന ചോദ്യം. നിങ്ങൾക്കറിയാം സിങ്കിനെയോ അതുപോലെ കാഡ്മിയം, മെർക്കുറി ഈ 3 പേരെയും നമ്മൾ ട്രാൻസിഷൻ മെറ്റൽസ് ആയിട്ട് കണക്കാക്കാറില്ല. ബട്ട് ദെയർ പ്രോപ്പർട്ടീസ് ആർ സ്റ്റഡീഡ് അലോങ് വിത്ത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ്. അപ്പോൾ ഇവിടെ ട്രാൻസിഷൻ എലമെൻ്റ് എന്ന് ചോദിച്ചാൽ സിങ്കില്ലല്ലോ എന്ന് വിചാരിച്ച് സിങ്കിനെ നമ്മൾ ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല. പ്രോപ്പർട്ടി നമ്മൾ പഠിക്കുന്നത് ട്രാൻസിഷൻ എലമെൻ്റ് എന്നുള്ള കൂട്ടത്തിൽ തന്നെയാണ് സിങ്കിൻ്റെ പഠിക്കുക. അപ്പോൾ ഇതിൽ ആർക്കാണ് എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ ഏറ്റവും ലോവസ്റ്റ് എന്നാണ് ചോദിക്കുക. സിങ്കിൻ്റെ അറ്റമൈസേഷൻ എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ എന്ന് പറയുന്നത് 126 kJ/mol ആണ്. അതുപോലെ വനേഡിയത്തിൻ്റെ
എൻതാൽപ്പി ഓഫ് അട്ടമൈസേഷൻ ആണ് ഏറ്റവും ഹൈ 515 കിലോ ജൂൾസ് പെർ മോളാണ്. നിങ്ങൾക്കറിയാം NCERT-യിൽ നിങ്ങൾ ആ NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ വാല്യൂസ് ഒക്കെ ചിലർ കാണണ്ടാവില്ല. ആ വാല്യൂസ് ഒന്നും കാണാതെ പഠിക്കേണ്ട വാല്യൂസ് അല്ല, നിങ്ങളോട് കാണാതെ പഠിക്കാൻ നമ്മളാരും ഡിമാൻഡ് ചെയ്തിട്ടില്ല. എങ്കിലും നിങ്ങൾ എല്ലാ P ബ്ലോക്ക് ആണെങ്കിലും D&F ആണെങ്കിലും പിന്നെ നിങ്ങൾ അഡ്വാൻസ്ഡ് പഠിക്കാൻ പോകുന്ന S ബ്ലോക്ക്, അതുപോലെ ചില ഈ ടേബിളുകൾ എഴുതിയിരിക്കുന്ന P ബ്ലോക്കിനകത്തൊക്കെ ഇഷ്ടം പോലെ ടേബിൾ വാല്യൂസ് ഉണ്ട്. അങ്ങനെയുള്ള ടേബിൾ വാല്യൂസ് നിങ്ങൾ കാണാതെ പഠിക്കാനുള്ള ആ വാല്യൂൻ്റെ ട്രെൻഡ് നിങ്ങൾ P ബ്ലോക്കിലെ ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ആ വാല്യൂസിൻ്റെ ട്രെൻഡ് പഠിച്ചു വയ്ക്കും. ആ വാല്യൂ നോക്കിയിട്ട് ഓക്കെ 180 ഹൈ, ഓക്കെ അടുത്ത വാല്യൂ ഇയാൾക്ക്, ആ ട്രെൻഡ് നമ്മൾ ഓക്കെ ഇതാണ് ട്രെൻഡ് എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കാറുണ്ട്. അങ്ങനെ ടേബിൾ നോക്കി ട്രെൻഡ് പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ നിങ്ങളുടെ NCERT-ലുള്ള ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ എൻതാൽപ്പി ഓഫ് അട്ടമൈസേഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ 515 വനേഡിയമാണ്. ഏറ്റവും കുറവുള്ളത് സിങ്കിനാണ് 126. ഇനി നമ്മൾ സിങ്കിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഉള്ളതിൽ ഏറ്റവും എൻതാൽപ്പി ഓഫ് അട്ടമൈസേഷൻ കുറവുള്ള എലമെൻറ്റ് എന്ന് പറയുന്നത് മാംഗനീസ് ആണ്. 231 അയാളുടെ വാല്യൂ. പക്ഷേ നിങ്ങൾ ട്രാൻസിഷൻ എലമെൻ്റ് ആണ് ചോദിച്ചത് എന്ന് വിചാരിച്ച് സിങ്കിനെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. സിങ്ക് 126 അയാളുടെ പ്രോപ്പർട്ടി എപ്പോഴും നമ്മൾ പഠിക്കുന്നത് ട്രാൻസിഷൻ എലമെൻസിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സിങ്ക് ആണ്, ഓപ്ഷൻ 1 വരും. ഇനി നിങ്ങൾ ഇപ്പം എന്താ പറയുക, ട്രാൻസിഷൻ എലമെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക്, കാഡ്മിയം, മെർക്കുറി അവരെ ഒഴിവാക്കേണ്ട, അവരെ നമ്മൾ ട്രാൻസിഷൻ മെറ്റലായിട്ട് കൺസിഡർ ചെയ്യത്തില്ലല്ലോ എന്ന് NCERT-ൽ എഴുതിയിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ അത് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ മാത്രമാണ്. പക്ഷേ NCERT-ൽ തന്നെ കിടപ്പുണ്ട്. പക്ഷേ നമ്മൾ അവരുടെ പ്രോപ്പർട്ടി എല്ലാം പഠിക്കുന്നത് ട്രാൻസിഷൻ എലമെൻസിൻ്റെ കൂടെയാണ്. നമ്മുടെ S ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ടല്ലോ, അതിൽ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ഉണ്ട്, ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും. ബെർലിയത്തിനെ നമ്മളൊരിക്കലും ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് വിളിക്കാറില്ല. എങ്കിലും അവരുടെ കോമ്പൗണ്ടും അവരുടെ പ്രോപ്പർട്ടിയും നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മളുടെ ഈ പറയുന്ന ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ കൂടെയാണ്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെച്ചോണം. വാല്യൂസ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയല്ല, വാല്യൂസ് പഠിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ ആ ട്രെൻഡ് അറിഞ്ഞു വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്, സിങ്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദി എലമെൻറ്റ് ദാറ്റ് യൂഷ്വലി ഡസ് നോട്ട് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇതിൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്ത ആൾ ആരാണെന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം 3D സീരീസിൽ 2 പേരാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്തത്. ഒന്ന് ഇങ്ങേ അറ്റത്തുള്ള സ്കാൻഡിയവും ഒന്ന് അങ്ങേ അറ്റത്തുള്ള സിങ്കും. സിങ്ക് കാണിക്കുന്ന ഒരേ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2ഉം സ്കാൻഡിയം കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് D&F ബ്ലോക്കിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ട്രാൻസിഷൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ ട്രെൻഡും ലാന്തനോഡ് ആക്ടിനോഡിൻ്റെ ഓർത്ത് വെച്ചോണം. ലാന്തനോഡ് ആക്ടിനോഡിൻ്റെ ഏറ്റവും സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ലാന്തനോയിഡ് +2 +3 +4 വരെ കാണിക്കുമ്പം ആക്ടിനോയിഡ് +3 +4 +5 +6 +7 വരെ കാണിക്കും. ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ നമ്പറുകൾ കാണിക്കുന്നത് ആക്ടിനോയിഡുകളാണ് കമ്പയർഡ് ടു ലാന്തനോയിഡ്. അതിൽ തന്നെ +7 കാണിക്കുന്ന 2 പേര് നെപ്റ്റൂണിയം, പ്ലൂട്ടോണിയമാണ്. D ബ്ലോക്ക് എലമെൻസിൽ ഏറ്റവും കൂടുതൽ നമ്പർ കാണിക്കുന്ന മാംഗനീസ് ആണ്. ഏറ്റവും വലിയ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +8 ആണ്. അത് കാണിക്കുന്ന 3 ആളുകളിൽ 2 പേര് ട്രാൻസിഷൻ ആണ്. ഒന്ന് ഓസ്മിയം, പിന്നെ ഒന്ന് റുത്തീനിയം, പിന്നെ ഒന്ന് നമ്മുടെ P ബ്ലോക്ക് എലമെൻ്റ് ആയിട്ടുള്ള സിനോൺ ആണ്. സിനോൺ XC, സിനോണിനും +8 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. അങ്ങനെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ ട്രെൻഡുകൾ അത്യാവശ്യം ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ അവർ ചോദിച്ചിരിക്കുന്ന വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്തത് ആരാന്ന് ചോദിച്ചാൽ പറയണം സ്കാൻഡിയം. ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. സ്കാൻഡിയത്തിനാകെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ഉണ്ടെങ്കിലും +2 ഈസ് വിർച്വലി അൺനോൺ ആണ്. എന്നുവെച്ചാൽ ഉണ്ടായാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ അത് +3യിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറും. ഓക്കെ, തേർഡ് വൺ, ദി സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ദി ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട് ഈസ് എന്നാണ് ചോദ്യം. They have high melting point, they are chemically reactive, they have metallic conductivity, they are really hard. This is chemically reactive. നോക്കാം നമുക്ക് ഇതിലെ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന്. ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത ഒരു ട്രാൻസിഷൻ മെറ്റലിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകളിൽ ചെറിയ ആറ്റങ്ങൾ അല്ലെങ്കിൽ ചെറിയ എലമെൻറ്റുകൾ ട്രാപ്പ് ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്. ശരിക്കും പറഞ്ഞാൽ D ബ്ലോക്ക് എലമെൻറ്റ്സേ നല്ല ഡെൻസിറ്റി കൂടിയ നല്ല ഹാർഡ് മെറ്റൽസ് ആണ്. അപ്പോൾ അതിൻ്റെ അവൈലബിൾ സ്പേസിൽ കൂടി എലമെൻറ്റ് കയറി ട്രാപ്പായി കഴിഞ്ഞാൽ ഹാർഡ്നെസ് ഭയങ്കരമായിട്ട് കൂടും. അതുപോലെ ഇവരത്ര റിയാക്റ്റീവ് അല്ല. അപ്പോൾ ഇവർ വരുന്ന സമയത്തോ കെമിക്കൽ റിയാക്ടിവിറ്റി പിന്നെയും കുറയും. മെൽറ്റിംഗ് പോയിൻറ്റ് വളരെ ഹൈ ആണ്. ഇവരും കൂടെ വരുമ്പോഴോ മെൽറ്റിംഗ് പോയിൻറ്റ് കുറച്ചുകൂടി ഹൈ ആവും. അങ്ങനെയുള്ള കുറേയധികം പോയിൻറ്റുകളുണ്ട്. ഹാർഡ്നെസ് ഒക്കെ ഭയങ്കര ഹൈ ആണ്.
ബോറോൺ ആണ് ഇൻഡർസ്റ്റീഷ്യൽ സൈറ്റിൽ ട്രാപ്പ് ആവുന്നെങ്കിൽ അങ്ങനെയുള്ള ഇൻഡർസ്റ്റീഷ്യൽ കോമ്പൗണ്ടുകൾക്ക് ഡയമണ്ടിനോളം ഹാർഡ്നെസ് ഉണ്ട്. ദി ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് എവർ നോൺ ഓൺ എർത്ത് എന്നറിയപ്പെടുന്ന ഡയമണ്ടാണ്. അത്രത്തോളം ഹാർഡ്നെസ്സിലേക്ക് വരുന്ന ആളുകളാണ് ബൊറൈഡ്. ബോറോൺ ട്രാപ്പായിട്ട് കിട്ടുന്ന ബൊറൈഡ്സ്. അങ്ങനെ കുറേയധികം പ്രോപ്പർട്ടീസ് ഇവർക്കുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതുകൊണ്ട് ആൻസർ അല്ല. ദേ ആർ കെമിക്കലി റിയാക്റ്റീവ്, ഒരിക്കലും അല്ല. കെമിക്കലി അൺറിയാക്റ്റീവ് അല്ലെങ്കിൽ ഇനേർട്ട് ആണ്. സോ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻസർ ഓപ്ഷൻ 2 വരും. ദെൻ ദേ ഹാവ് മെറ്റാലിക് കണ്ടക്ടിവിറ്റി. യെസ്, അവരുടെ മെറ്റാലിക് കണ്ടക്ടിവിറ്റിയിൽ മാറ്റം വരത്തില്ല. ദേ ആർ റിയലി ഹാർഡ്, അവർ ഭയങ്കര ഹാർഡാണ്. ഇതെല്ലാം കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകളായതുകൊണ്ട് ഇതൊന്നും ആൻസർ അല്ല. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. എനിക്ക് തോന്നുന്നത് മെയിൻസിന് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇൻഡർസ്റ്റീഷ്യൽ കോമ്പൗണ്ടുകൾ. പിന്നെ അതിന് കുറച്ച് എക്സാമ്പിൾസ് NCERT കൊടുത്തിട്ടുണ്ട്. Mn4n, നമ്മുടെ ടൈറ്റാനിയം കാർബൈഡ്, അയൺ ഹൈഡ്രൈഡ്, Fe.56 എന്നൊക്കെ പറഞ്ഞ് കുറേ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിളും കൂടെ ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. 4th one, the correct order of the first ionization enthalpies is. നിങ്ങൾ അയണൈസേഷൻ എൻതാൽപ്പിക്ക് ഒരു റെഗുലർ ഓർഡർ ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. കാരണം റെഗുലർ ഓർഡർ സൈസിനോ ഒന്നുമില്ല. ആദ്യം സൈസ് കുറഞ്ഞ് പിന്നെ കൂടി പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്ന് പിന്നെ കുറച്ചുകൂടി, അങ്ങനെ ഇറഗുലർ വേരിയേഷനാണ്. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പിക്ക് നമുക്ക് അങ്ങനെ ഒരു റെഗുലർ വേരിയേഷൻ പറയാൻ പറ്റില്ലെങ്കിലും എപ്പോഴും ഒരു സീരീസിലെ ഏറ്റവും ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി അങ്ങേ അറ്റത്ത് കിടക്കുന്ന ആൾക്കാണ്. സിങ്കിനാണ് 3D സീരീസിൽ. കാരണം അവരുടെ വാലൻസ് ഷെല്ല് ക്ലോസ്ഡ് ആണ്. 4s2 3d10 എന്ന് വെച്ചാൽ എസും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, ഡിയും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ കംപ്ലീറ്റ്ലി ഫിൽഡ് വാലൻസ് സബ്ഷെല്ലിനെ ബ്രേക്ക് ചെയ്യാൻ വി നീഡ് മോർ എനർജി. അതുകൊണ്ട് അയണൈസേഷൻ എൻതാൽപ്പി എപ്പോഴും ഹയസ്റ്റ്, ലാസ്റ്റ് മെമ്പറിനും എപ്പോഴും ലോവസ്റ്റ് ഫസ്റ്റ് മെമ്പറിനുമാണ്. നിങ്ങൾക്കറിയാം 3D സീരീസിൽ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ ആൻഡ് സിങ്ക്. ഏറ്റവും ഹയസ്റ്റ് സിങ്കിനും ഏറ്റവും ലോവസ്റ്റ് സ്കാൻഡിയത്തിനുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം സിങ്കുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ ആൻസർ നിങ്ങൾക്ക് ധൈര്യമായിട്ട് 2 എന്ന് എഴുതാം. ഇനി നോക്കിയാൽ സിങ്ക് കഴിഞ്ഞാൽ പിന്നെ നിക്കൽ, കണ്ടോ ഓർഡർ അനുസരിച്ച് അങ്ങോട്ടേക്ക് ജനറലി ഇൻക്രീസ് ചെയ്യുകയാണല്ലോ. പിന്നെ മാംഗനീസ് ഏറ്റവും കുറവാണ് ആർക്ക്? ടൈറ്റാനിയത്തിന്. അപ്പോൾ ഈ ഒരു ഓർഡറിലനുസരിച്ച് ഏറ്റവും ഹയസ്റ്റ് സിങ്കാണ്. വേറെ ഓപ്ഷൻസ് ഒന്നും കൺഫ്യൂസിങ് അല്ലാത്തതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സിങ്ക് എന്ന് ആൻസർ എഴുതാൻ പറ്റും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദി പെയർ ദാറ്റ് ഹാസ് സിമിലർ അറ്റോമിക് റേഡിയൈ. നിങ്ങൾക്കറിയാം അറ്റോമിക് റേഡിയൈ സിമിലർ ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടി ഡി ബ്ലോക്കിനുണ്ട്, വിച്ച് ഇസ് കോൾഡ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ലാന്തനോയിഡുകൾക്ക് സംഭവിക്കുന്ന കോൺട്രാക്ഷൻ. ലാന്തനോയിഡ് എന്ന് പറഞ്ഞാൽ ലന്താനത്തിൻ്റെ പുറകിൽ 14 പേര് പരേഡിന് നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട്. ആ 14 പേരിൽ സീറിയം മുതൽ ലുട്ടീഷ്യം വരെയുള്ള ആളുകൾക്ക് സൈസ് കണ്ടിന്യൂസ്ലി കുറയുക ചെയ്യുക. പക്ഷേ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. യൂറോപ്യത്തിൻ്റെ സൈസ് ഒന്ന് കൂടിയിട്ടാണ് പിന്നെ ബാക്കിയുള്ളവരെ കുറയുക. അപ്പോൾ ഒരു അൺയൂഷ്വൽ ഇൻക്രീസ് ഇൻ അറ്റോമിക് സൈസ് ലാന്തനോയിഡിൽ ആരെങ്കിലും കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറയണം യൂറോപ്യത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കുറഞ്ഞു വരുമ്പോൾ ഇടയിൽ അവനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് പിന്നെ നോർമലി കുറഞ്ഞു പോവുക. അതിനെ വിളിക്കുന്ന പേര് ലാന്തനോഡ് കോൺട്രാക്ഷൻ. ഈ ലാന്തനോഡുകൾക്ക് കോൺട്രാക്ഷൻ വരുന്നതിൻ്റെ ഏറ്റവും വലിയ കോൺസിക്വൻസ് അനുഭവിക്കുന്നത് 4D ആൻഡ് 5D സീരീസിലുള്ള ആളുകളാണ്. 4D സീരീസിലെ എലമെൻറ്റുകളുടെയും 5D സീരീസിലെ എലമെൻറ്റുകളുടെയും സൈസ് നിയർലി സെയിം ആവും. ഇപ്പോൾ നമ്മൾ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം പറഞ്ഞല്ലോ. ഇത് നമ്മുടെ 3D സീരീസ് ആണ്. ഈ 3D സീരീസ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെ എന്താണ്? ഇട്രിയം അല്ലേ? ടൈറ്റാനിയത്തിൻ്റെ താഴെ സിർക്കോണിയം, വനേഡിയത്തിൻ്റെ താഴെ നിയോബിയം, മോളിബ്ഡിനം, ടെക്നീഷ്യം, റുഥീനിയം, പിന്നെ കൊബാൾട്ടിൻ്റെ താഴെ റോഡിയം, പലേഡിയം, കോപ്പറിൻ്റെ താഴെ സിൽവർ ആൻഡ് കാഡ്മിയം. ദിസ് ഇസ് 4D സീരീസ്. ആൻഡ് 5D സീരീസ് വരുമ്പം ലന്താനത്തിൻ്റെ പുറകിൽ 14 പേര് കഴിഞ്ഞാൽ ഹാഫ്നിയം അല്ലേ? അതുപോലെ ടെൻഡാലം, പിന്നെ ടങ്സ്റ്റൺ, ആൻഡ് റീനിയം, ഓസ്മിയം, പിന്നെ ഏതാ ഇറിഡിയം, പിന്നെ പലേഡിയം കഴിഞ്ഞാൽ ഏതാ പ്ലാറ്റിനം, സിൽവർ കഴിഞ്ഞാൽ ഗോൾഡ്, ആൻഡ് ദിസ് ഇസ് മെർക്യൂറി. അപ്പോൾ ഇതാണ് നമ്മളുടെ 4D ആൻഡ് 5D സീരീസ്. ഇത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മളുടെ ലാന്തനോഡ് കോൺട്രാക്ഷൻ വരുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ആളുകളുടെ എല്ലാം സൈസ്
സെയിം ആയി പോകും. സെയിം മീൻസ് ഓൾമോസ്റ്റ് സിമിലർ ആയി പോകും. ഇവിടെ ഗോൾഡും അതുപോലെ സിൽവറൊക്കെ ഭയങ്കര സൈസ് ഭയങ്കര മാച്ചിങ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പെയറുകളെ നമ്മൾ കെമിക്കൽ ട്വിൻസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ലാന്തനോയിഡ് കോൺട്രാക്ഷനാണ്. അപ്പോൾ ഇതിലുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ നോക്കി, സ്കാൻഡിയം ആൻഡ് നിക്കൽ ഒരിക്കലും വരില്ല. സ്കാൻഡിയം അവിടെ കിടക്കുന്നു, നിക്കൽ അവിടെ കിടക്കുന്നു. പിന്നെയുള്ള ടൈറ്റാനിയം ആൻഡ് ഹാഫ്നിയം, നോ, ടൈറ്റാനിയം ആൻഡ് ഹാഫ്നിയം വരില്ല. പിന്നെ ഉള്ളത് മോളിബ്ഡിനം ആൻഡ് ടങ്സ്റ്റൺ, യെസ്, മോളിബ്ഡിനം ആൻഡ് ടങ്സ്റ്റൺ. പിന്നെ ഉള്ളത് മാംഗനീസ് ആൻഡ് ടെക്നീഷ്യം, നോ, മാംഗനീസ് ആൻഡ് ടെക്നീഷ്യം അല്ല. അപ്പോൾ ശരിക്കും വരുന്ന മോളിബ്ഡിനം ആൻഡ് ടങ്സ്റ്റൺ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 വരും. ഇതാണ് ആൻസർ, ഓപ്ഷൻ 3, മോളിബ്ഡിനം ആൻഡ് ടങ്സ്റ്റൺ. ഓക്കെ, കെമിക്കൽ ട്വിൻസ്. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ജനറൽ മോളിക്കുലർ ഫോർമുല ഓഫ് ദി പ്രൊഡക്റ്റ്? മോളിക്കുലർ ഫോർമുല എന്നാട്ടോ, ജനറൽ മോളിക്കുലർ ഫോർമുല ഓഫ് ദി പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് ഓൺ ഹീറ്റിംഗ് ലാന്തനോയിഡ്സ് വിത്ത് സൾഫർ. ലാന്തനോയിഡ് എലമെൻറ്റിനെ സൾഫറുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടിൻ്റെ ജനറൽ ഫോർമുല എന്തെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലാന്തനോയിഡിൻ്റെ കോമൺ വാലൻസി 3 ആണ്, സൾഫറിൻ്റെ കോമൺ വാലൻസി 2 ആണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അല്ലേ? അപ്പോൾ കോമ്പൗണ്ടിൻ്റെ ഫോർമുല വി ഹാവ് ടു ക്രോസ് മൾട്ടിപ്ലൈ ദി വാലൻസീസ്. സോ ദിസ് ഇസ് Ln2S3, Ln2S3 ഓപ്ഷൻ 4 അല്ല. ജനറൽ ഫോർമുല നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതാണ്, ഓപ്ഷൻ 4. ഓക്കെ, അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ, ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ഓഫ് Mn2 plus bar M ഓഫ് 3D സീരീസ് എലമെൻറ്റ്സ് ഷോസ് പോസിറ്റീവ് വാല്യൂസ് ഫോർ. 3D സീരീസ് എലമെൻറ്റ്സിൽ നമുക്കറിയാം, ആദ്യം മുതൽ എടുക്കുകയാണെങ്കിൽ സ്കാൻഡിയം 2+ ബാർ സ്കാൻഡിയം വാല്യൂ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം സ്കാൻഡിയം 2+ ഈസ് വിർച്വലി അൺനോൺ ആണ്. സ്കാൻഡിയത്തിന് 2+ സ്റ്റേറ്റ് അത്ര സ്റ്റേബിൾ അല്ല. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് ടൈറ്റാനിയം 2+ ആണ് അല്ലേ? ടൈറ്റാനിയം 2+ ടു ടൈറ്റാനിയം മുതൽ Zn2+ ബാർ Zn വരെയുള്ള വാല്യൂ റിപ്പോർട്ട് ചെയ്യുമ്പം ഇവരുടെ എല്ലാ വാല്യൂസ് നെഗറ്റീവാണ്. പക്ഷേ കോപ്പറിൻ്റെ മാത്രം വാല്യൂ അല്ലേ, Cu2+ ബാർ, Cuൻ്റെ വാല്യൂ മാത്രം +0.34 വോൾട്ട് ആണ്. അതുകൊണ്ട് ഇവരൊഴികെ ബാക്കി, അതായത് കോപ്പർ ഒഴികെ ബാക്കി എല്ലാവർക്കും മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യാൻ പറ്റും. കോപ്പറിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് അങ്ങനെ ഹൈഡ്രജൻ ഗ്യാസിനെ ഒന്നും ലിബറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പഠിച്ചിട്ടുണ്ട്. സോ 3D സീരീസിൽ M2+ ബാർ M വാല്യൂ പോസിറ്റീവ് ഉള്ള ഒരേ ഒരാൾ കോപ്പർ 2+ ബാർ കോപ്പർ കപ്പിളാണ്. ഇനി M3+ ബാർ M2+ പോസിറ്റീവ് ഉള്ളത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പോസിറ്റീവ് ഉള്ള 3 കപ്പിൾസ് ഉണ്ട്. ഒന്ന് Fe3+ ബാർ Fe2+ കപ്പിൾ, Mn3+ ബാർ Mn2+ കപ്പിൾ, CO3+ ബാർ CO2+ കപ്പിൾ. ഈ 3 പേർക്ക് പോസിറ്റീവ് വാല്യൂ ആണ്. പക്ഷേ M2+ ബാർ എമ്മിന് പോസിറ്റീവ് വാല്യൂ വരുന്ന ഒരേ ഒരാൾ കോപ്പറാണ് എന്നോർത്ത് വേണം. സോ കോപ്പർ ആൻസർ ഇസ് ഓപ്ഷൻ 4 വരും അല്ലേ? പോസിറ്റീവ് വാല്യൂ ഒൺലി ഫോർ കോപ്പർ. ഓക്കെ, അപ്പം മനസ്സിലാവുന്നുണ്ടല്ലേ? നിങ്ങൾ അത്യാവശ്യം ഇതിനകത്ത് ആൻസറൊക്കെ ഇടുന്നുണ്ട്, എല്ലാം കറക്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ എന്ത് D&F ചാപ്റ്റർ ആദ്യം കാണുന്ന അത്തരം പ്രശ്നമൊന്നുമില്ല. ആദ്യം കാണുമ്പോൾ ഭയങ്കര പേടിയാവും. അതിൻ്റെ അകത്ത് ഒന്ന് നമുക്ക് NCERT വായിച്ചാൽ ശരിക്കും മനസ്സിലാകത്തൊന്നുമില്ല. ഭയങ്കര സ്ട്രോങ് ലാംഗ്വേജ് ആണ് D&F ബ്ലോക്ക്. ബാക്കിയെല്ലാ NCERT ചാപ്റ്റേഴ്സും ഭയങ്കര എളുപ്പമാണ്. പക്ഷേ D&F മാത്രം കുറച്ച് സ്ട്രോങ് ലാംഗ്വേജ് ആണ്. പക്ഷേ പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലായില്ലേ, ഭയങ്കര സിമ്പിളാണ്. നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് PYQ ഒക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി കറക്റ്റ് ഓർഡർ ഓഫ് ദി ഫോളോയിങ് എലമെൻറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ദെയർ ഡെൻസിറ്റി? നിങ്ങൾക്കറിയാം, ഡെൻസിറ്റി ജനറലി ഒരു സീരീസിന് അക്രോസ് ഇൻക്രീസ് ചെയ്യാണ്. പക്ഷേ സിങ്കിൻ്റെ ഡെൻസിറ്റി വളരെ കുറവാണ്. ഡെൻസിറ്റിയിൽ 1ാം സ്ഥാനം വരുന്നത് അല്ലേ? യെസ്, ഡെൻസിറ്റിയിൽ 1ാം സ്ഥാനം വരുന്നത് സിങ്കിനല്ല, സിങ്കിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന കോപ്പറിനാണ്. നിക്കലിൻ്റെയും കോപ്പറിൻ്റെയും ടേബിൾ വാല്യൂ 8.9 ആണ്. നിങ്ങളുടെ NCERT 8.9 അവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ എങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും. 8.9 ആണ് കോപ്പറിനും അതുപോലെ നിക്കലിനും കൊടുത്തേക്കുന്നത്. പക്ഷേ അവർ ഒരു ഡിജിറ്റ് മാത്രം റിപ്പോർട്ട് ചെയ്തേക്കുന്നതാണ്. മറ്റേത് 8.97 സംതിങ്ങും ഇത് 8.93 സംതിങ്ങുമാണ്. കോപ്പറാണ് 1ാം സ്ഥാനം. അപ്പോൾ കോപ്പറിനാണ് ഏറ്റവും ഡെൻസിറ്റി എന്ന് നിങ്ങൾക്കറിയാം. കോപ്പറിന് ഡെൻസിറ്റി ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആകെ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആൻസർ കിട്ടുകയും ചെയ്യും. ആ രീതിയിൽ ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നുണ്ടോ? അങ്ങനെ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. പിന്നെ സിങ്കിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത സിങ്കിൻ്റെ ഡെൻസിറ്റി കുറവാണ്. കാരണം സിങ്ക് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, അറ്റോമിക് സൈസ് കോപ്പറിന് 127 സംതിങ്ങാണ്. സിങ്ക് വരുമ്പോൾ 137 കൂടും. സോ സൈസ് കൂടുമ്പോൾ വോളിയം കൂടും.
ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. വോളിയം കൂടിയാൽ ഡെൻസിറ്റി അത്യാവശ്യം നല്ല ഡ്രോപ്പ് ആവും. അപ്പോൾ ഈ പറയുന്ന ആളുകളെക്കാളും ഡെൻസിറ്റി താഴെ പോകുന്ന എലമെൻ്റാണ് സിങ്ക്. അതുകൊണ്ട് ഒന്നാം സ്ഥാനം വരുന്ന കോപ്പർ എന്നുള്ള പോയിന്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടും. ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഡെൻസിറ്റി. അടുത്ത് the common positive oxidation state for an element with atomic number 24 are. 24 അറ്റോമിക് നമ്പറുള്ള എലമെൻറ്റ് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് കേട്ട് എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ള ആൾ ക്രോമിയമാണ് അല്ലേ. ക്രോമിയത്തിന് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 മുതലാണ്. +2, +3, +4, +5, +6. ക്രോമിയത്തിന് ഏറ്റവും സ്റ്റേബിൾ എന്ന് പറയുന്നത് +3 ആണ്. നിങ്ങൾക്കറിയാം ക്രോമിയത്തിൻ്റെ +3 സ്റ്റേറ്റ് എന്ന് പറയുന്നത് D3 കോൺഫിഗറേഷൻ ആണ്. നമ്മൾ ഒക്ടാഹൈഡ്രൽ സ്പ്ലിറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ T2Gയിൽ 3 എണ്ണം വരുന്ന കോൺഫിഗറേഷൻ ആണ്. സോ T2G3 എന്ന് പറയുന്ന സ്റ്റേബിൾ ആയതുകൊണ്ട് ക്രോമിയത്തിന് ഏറ്റവും ഇഷ്ടം +3 ആണ്. ഇനി ക്രോമിയത്തിന് അത്ര സ്റ്റേബിൾ അല്ല +6 അല്ലേ, അത്ര സ്റ്റേബിൾ അല്ല, നോട്ട് സോ സ്റ്റേബിൾ അല്ലേ. സ്റ്റേബിൾ ലൈക്ക് ക്രോമിയത്തിൻ്റെ താഴെയുള്ള ആളുകൾ ആരൊക്കെയാണ്? മോളിബ്ഡിനം +6 ആൻഡ് ടങ്സ്റ്റൺ +6. ഇവർക്ക് +6 ഇഷ്ടമാണ്, പക്ഷേ ഇയാൾക്ക് അത്ര +6 വലിയ താല്പര്യം ഇല്ല. അതുകൊണ്ട് ക്രോമിയത്തിന് +6 അത്ര സ്റ്റേബിൾ അല്ല, ക്രോമിയത്തിന് +3 ഇഷ്ടം. ഇനി നിങ്ങളൊന്ന് ആലോചിക്കേ, ക്രോമിയത്തിൻ്റെ +6 സ്റ്റേറ്റ് അപ്പോൾ കുറേ നേരം എക്സിസ്റ്റ് ചെയ്യോ? ഇല്ല, അതപ്പം തന്നെ +3 മാറിയില്ലേ? ആ മാറുന്നതിനെ വിളിക്കുന്ന പേരെന്താ? കുറയുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്നത് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ക്രോമിയം +6 സഡൻ റിഡക്ഷൻ, therefore it is the powerful oxidizing agent. അതുകൊണ്ടാണ് ക്രോമിയം +6 സ്റ്റേറ്റ് നല്ല ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാ? ഓപ്ഷൻ 1 വരും, +2 to +6. പിന്നെ ഇതിനകത്തുള്ളൊരു അഡീഷണൽ പോയിന്റ് എന്ന് വെച്ചാൽ 3D സീരീസ് എലമെൻറ്റ്സിൽ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഒരേ ഒരാൾ കോപ്പറാണ്. കോപ്പറിന് മാത്രമാണ് +1 ഉള്ളത് കേട്ടോ. +1 only for കോപ്പർ. ക്യുപ്രസ് അയോണ് +1 സ്റ്റേറ്റ് ആണെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. ഓക്കെ, അടുത്ത 10th ക്വസ്റ്റ്യൻ. ദി സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെൻറ്റ്. നിങ്ങൾ ഞാൻ ഇതിന് മുന്നേ ചില ക്ലാസ്സിലൊക്കെ ഡിസ്കഷൻ നടത്തിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെ ചില ഷിഫ്റ്റിലെ അല്ലേ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ക്വസ്റ്റ്യനും ഈ സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെൻറ്റാണ്. സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെൻ്റ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ഷിഫ്റ്റിലും ഇല്ല. എല്ലാ ഷിഫ്റ്റിലും ഉണ്ട്. ചില ഷിഫ്റ്റിൽ 2 ക്വസ്റ്റ്യൻ അവിടെ നിന്ന് തന്നെയാണ്. ആകെ 20 ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതിൽ 2 ക്വസ്റ്റ്യനും നിങ്ങളുടെ ഈ സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെൻ്റ് എന്നാണ് ചോദിക്കുക. അതുകൊണ്ട് അതൊരിക്കലും ഒഴിവാക്കി കളയരുത്. ഇവിടെ ചോദിച്ചേക്കുന്ന സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ഫ്രീ Ti3+ ടൈറ്റാനിയം അറ്റോമിക് നമ്പർ 22 ആണ്. സോ ഇത് D1 കോൺഫിഗറേഷൻ വരും. 22 എന്ന് പറയുമ്പോൾ 4 ഇലക്ട്രോണിൽ 3 എണ്ണം പോയി. ദെൻ വനേഡിയൻ 2+23 ആണ്. സോ ദിസ് ഈസ് D3 കോൺഫിഗറേഷൻ. സ്കാൻഡിയൻ 3+ൽ ആകെ ഉള്ളത് 3 വാലൻസ് ഇലക്ട്രോൺ, അത് 3 പോയി, D0. സോ D1 ആകുമ്പം ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 1 point something, 2 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 2 point something. നിങ്ങൾക്കറിയാം മ്യൂ സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് വിച്ച് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദി ഇക്വേഷൻ n×n+2 ബോർ മാഗ്നറ്റോൺ എന്നാണെന്ന് നിങ്ങൾക്കറിയാം. സോ n ഈസ് ദി നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് അല്ലേ. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണെന്നും അറിയാം. ശരി, ഇനി നോക്കിയേ, ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺസ് വരുമ്പോൾ 1.73, 3 അൺപെയ്ഡ് ഇലക്ട്രോൺ വരുമ്പോൾ 3 point something, 0 അൺപെയ്ഡ് ഇലക്ട്രോൺ 0. സോ ആൻസർ വളരെ ഈസി ആയിട്ട് കിട്ടും, ഓപ്ഷൻ 4 ആണ്. അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണോ അത്രയും തന്നെ സംതിങ് പോയിന്റ് വെച്ചിട്ട് കിട്ടും. ഇപ്പോൾ ഒരാൾ പറയാം ഒരാളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് 5.89 ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ എന്ന് വെച്ചാൽ അപ്പോൾ തട്ടിക്കണം 5 കേട്ടോ. അത്ര എളുപ്പമാണ് മാഗ്നറ്റിക് മൊമെൻറ്റ്. ഇതിനെ വിളിക്കുന്ന പേര് സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് ബിക്കോസ് ദർ ഇസ് സ്പിൻ ഒൺലി. ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം പാർട്ട് ഇല്ല, സ്പിൻ കോൺട്രിബ്യൂഷൻ മാത്രമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം പാർട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വി ഹാവ് ടു ഗോ ഫോർ ഡിഗ്രി BSc കോഴ്സസ്. BSc ആൻഡ് MScയിലൊക്കെയാണ് നമ്മളത് പഠിപ്പിക്കുക. ഇപ്പോൾ നമുക്ക് തൽക്കാലം സ്പിൻ ഒൺലി മാത്രമേ ഉള്ളൂ. Question number 11. Which of the following ions does not give colored solution? ഒരു സൊല്യൂഷൻ കളർ കാണിക്കണമെങ്കിൽ നിങ്ങളുടെ ട്രാൻസിഷൻ മെറ്റൽ അയോണിൽ അൺപെയർഡ് D ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കണം. അൺപെയർഡ് D ഇലക്ട്രോൺസ് ഉള്ളവർ എന്ത് ചെയ്യും? വിസിബിൾ റീജിയനിൽ നിന്ന് ഒരു പ്രത്യേക വേവ് ലെങ്ത് അബ്സോർബ് ചെയ്ത് അതിൻ്റെ കോംപ്ലിമെൻ്ററി കളർ നിങ്ങളുടെ സൊല്യൂഷനിൽ തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ Fe2+ എന്ന് പറയുമ്പം അറ്റോമിക് നമ്പർ 26 ആണ്. Fe2+ ആകുമ്പോൾ Dയിൽ 6 ഇലക്ട്രോൺ ആണ്. ഇവർ ചോദിച്ചേക്കുന്ന കളേർഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ അക്വ സൊല്യൂഷൻ ആയിരിക്കും അല്ലേ. അക്വ സൊല്യൂഷൻ ആണെങ്കിൽ D6 വാട്ടർ എന്ന് പറയുന്നത് വീക്ക് ലിഗാൻഡ് ആണ് എന്ന് ജോർലി സാറ് രാവിലെ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ 6 ലിഗാൻഡ് ഇങ്ങനെ
ഇങ്ങനെയാണ് എഴുതേണ്ടത് അല്ലേ. 6 മൊത്തം 4 അൺപെയർഡ് ഇലക്ട്രോൺസ് വരും. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ there is a mechanism which is known as DD transition which is an application of crystal field theory ആണ്. സോ ഡിയിൽ നിന്ന് ഡിയിലേക്ക് ഏത് T2Gയിൽ നിന്ന് EGയിലേക്കുള്ള ട്രാൻസ്ഫർ അതിനെ വിളിക്കുന്ന പേരാണ് DD ട്രാൻസിഷൻ. സോ ഈ ഒരു DD ട്രാൻസിഷൻ നടക്കുന്നത് വഴി കളർ കാണിക്കും ആൻഡ് Fe2+ൻ്റെ സൊല്യൂഷൻ്റെ കളർ ഗ്രീൻ ആണ്. അതുപോലെ Zn2+ D10 ആണ് മക്കളെ. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ 0. Therefore no DD transition, therefore no color, and that's why the answer will be option 2. Then chromium 3+ 24 ആണ്. 3 എണ്ണം പോയി കഴിഞ്ഞാൽ മൊത്തം 3 എണ്ണം D3 സിസ്റ്റം ആണ്. D3 എന്ന് പറയുമ്പോൾ T2Gയിൽ 3 അൺപെയർഡ് വരും. ഓഫ് കോഴ്സ് ഇത് കളർ കാണിക്കും. അക്വസ് സൊല്യൂഷനിൽ chromium 3+ൻ്റെ കളർ വയലറ്റ് ആണ്. മാംഗനീസ് 2+ അറ്റോമിക് നമ്പർ 25 ആണ്. 2+ വരുമ്പോൾ D5 സിസ്റ്റം വരും. വാട്ടർ വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് പെയറിംഗ് വിൽ നോട്ട് ടേക്സ് പ്ലേസ്. സോ 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ DD ട്രാൻസിഷൻ ഈസ് ദെയർ, ദെർഫോർ കളർ ഈസ് ദെയർ ആൻഡ് ദി കളർ ഓഫ് അക്വസ് സൊല്യൂഷൻ ഓഫ് Mn2+ ഈസ് പിങ്ക്. അപ്പോൾ ഇതിൽ കളർ ഇല്ലാത്തത് ആരാണെന്ന് ചോദിച്ചാൽ പറയണം സിങ്ക് 2+ ആണ്. പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ഈ ക്വസ്റ്റ്യൻ അങ്ങനെ കിട്ടിയാൽ 2 സെക്കൻഡ് ആൻസർ എഴുതും. ബാക്കിയുള്ളവരെ കുറിച്ച് നിങ്ങൾ മൈൻഡേ ചെയ്യത്തില്ല, കാരണം സിങ്ക് 2+ൻ്റെ കളർ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഈ ബ്രില്യനിൽ എക്സാം എഴുതി എത്ര തവണ എഴുതിയതാണോ അല്ലേ. അപ്പോൾ നമുക്കത് ഓൾറെഡി ബൈ ഹാർട്ടായി പോയ സാധനങ്ങളാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. അടുത്ത് ദി സെറ്റ് ഓഫ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് കറക്റ്റ് എന്ന് നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണേ. മാംഗനീസ് എക്സിബിറ്റ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ ഇറ്റ്സ് ഓക്സൈഡ്. മാംഗനീസ് അതിൻ്റെ ഓക്സൈഡിൽ +7 സ്റ്റേറ്റ് കാണിക്കും അല്ലേ. മാംഗനീസിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഓക്സൈഡാണ് Mn2O7. ഇവിടെ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്. റുത്തീനിയം ആൻഡ് ഓസ്മിയം എക്സിബിറ്റ് +8 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ ദെയർ ഓക്സൈഡ്. കുറച്ച് മുന്നേ പറഞ്ഞോളൂ. റുത്തീനിയത്തിൻ്റെ ഓക്സൈഡ് RuO4 ആൻഡ് ഓസ്മിയം OsO4. ഈ 2 സ്ഥലത്തും ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +8 ആണ്. ഇതും കറക്റ്റാണ്. Scandium shows +4 oxidation state which is oxidizing in nature. Scandium can never show +4 oxidation state. Scandiumത്തിന് ആകെ പറ്റുന്നത് +3 മാത്രമാണ്. Then chromium shows oxidizing nature in +6 oxidation state. അതാ കുറച്ച് മുന്നേ പറഞ്ഞ്. ക്രോമിയത്തിന് +6 വലിയ താല്പര്യമില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും അത് +3 ആക്കണം. +3 ആക്കണമെങ്കിൽ കുറയാന്ന് വെച്ചാൽ റിഡക്ഷൻ. അപ്പോൾ അയാളുടെ നേച്ചർ എന്താ? ഓക്സിഡൈസിങ് നേച്ചർ. സോ ദിസ് ഇസ് ഓൾസോ കറക്റ്റ്. അപ്പോൾ ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് 1ഉം 2ഉം 4ഉം ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 വരും. സോ ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലേ നല്ല 2-3 സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് ഓർത്ത് വയ്ക്കണം കേട്ടോ. ഓക്കെ, അഭിനന്ദേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെൻഷൻ ചെയ്ത് അടിക്കൊന്നും വേണ്ട. നമുക്കിത് ഇൻസ്റ്റാഗ്രാമല്ലല്ലോ, യൂട്യൂബല്ലേ. നമുക്ക് മെൻഷൻ ചെയ്യുന്നതൊക്കെ പിന്നെ ചെയ്യാം കേട്ടോ. തൽക്കാലം നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുക. അഭിനന്ദ ആൻസറൊക്കെ ഇടുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഡിസ്ട്രാക്ഷൻ സംഭവിച്ചു പോകുന്നുണ്ട് അല്ലേ. സാരമില്ല, പ്രായത്തിൻ്റെ. എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 13. ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മാംഗനീസ് ഈസ് എക്സിബിറ്റഡ് ഇൻ Mn2O7. ഇപ്പോൾ പറഞ്ഞോളൂ അല്ലേ. മാംഗനീസിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഓക്സൈഡ് Mn2O7 ആണ്. പക്ഷേ മാംഗനീസിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഫ്ലൂറൈഡ് ഏതാണെന്നറിയോ? MnF4. അതായത് ഓക്സിജന് മാംഗനീസിന് +7 സ്റ്റേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പക്ഷേ ഫ്ലൂറിനല്ലേ ശരിക്കും അത് ഉണ്ടാക്കണ്ടേ? കാരണം ഫ്ലൂറിൻ ഹൈലി ഇലക്ട്രോ നെഗറ്റീവാണ്. പക്ഷേ ഫ്ലൂറിന് പൈ ബോണ്ട് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഫ്ലൂറിന് പൈ ബോണ്ട് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് മാക്സിമം +4 വരെ മാംഗനീസിനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പക്ഷേ ഓക്സിജൻ അറ്റ് എ ടൈം 2 ഇലക്ട്രോണെ ഷെയർ ചെയ്യും. അപ്പോൾ ഓക്സിജന് പൈ ബോണ്ട് ഫോർമേഷനും കൂടെ പറ്റുന്നതുകൊണ്ട് ഓക്സിജന് മാക്സിമം സ്റ്റേറ്റ് കാണിക്കാൻ പറ്റും. അങ്ങനെ നോക്കിയാൽ മാംഗനീസ് എന്താ പറയുക Mn2O7 ഫോം ചെയ്തു. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് മാംഗനീസ്. മാംഗനീസ് Mn2O7ൻ്റെ സ്ട്രക്ചർ ഇതാണ്. Mn ഡബിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ, ഇതുപോലത്തെ ഒരു അടുത്ത യൂണിറ്റ് ഡബിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ, എന്നിട്ടൊരു ബ്രിഡ്ജ് വരും. ഇനി നോക്കിയേ, നിങ്ങൾ ഈ ബ്രിഡ്ജിലിരിക്കുന്ന ഓക്സിജനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇത് ടെട്രാഹൈഡ്രല 4 യൂണിറ്റ് സറൗണ്ടിങ്ങിൽ, ഇതും 4 യൂണിറ്റ് സറൗണ്ടിങ്ങിൽ. സോ 2 ടെട്രാഹൈഡ്ര ജോയിൻഡ് ബൈ എ കോമൺ ഓക്സിജൻ ആണ് അല്ലേ. ശരി, മാംഗനീസ് ഇസ് ടെട്രാഹൈഡ്രലി സറൗണ്ടഡ് ബൈ ഓക്സിജൻ ആറ്റം. യാ, കറക്റ്റ്. മാംഗനീസ് ഇസ് ഒക്ടാഹൈഡ്രലി? നോ.
Contains MnO-Mn bridge? Yes. Contains Mn bond? No. Choose the correct answer from the options below. A and C only. Option 2 വരും. എൻ്റെ സ്ട്രക്ചർ നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരിക്കും. A and C only. ഓക്കെ, അടുത്ത് 14. Given below are two statements. One is labeled as assertion A and the other is labeled as reason. നോക്കാം. Assertion: copper 2+ in water is more stable than copper plus. അതായത് കുപ്രിക് അയോൺ is more stable than cuprous ion. Yes. കാരണം നിങ്ങൾക്കറിയാം Cu+ എന്ന് പറയുമ്പം ഇത് D10 ആണ് അല്ലേ. Cu2+ എന്ന് പറയുമ്പോൾ D9 ആണ്. നിങ്ങൾ കാണുമ്പോൾ എന്താ വിചാരിക്കുക? കോപ്പർ പ്ലസ് നല്ല സ്റ്റേബിൾ എന്നല്ലേ? കാരണം എന്താ? കോപ്പർ പ്ലസിന് D10 കോൺഫിഗറേഷനാണ്. ശരിയാ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് നോക്കുമ്പോൾ ശരിയാ. പക്ഷെ അവർ പറഞ്ഞേക്കുന്നത് കോപ്പർ 2+ ഇൻ വാട്ടർ, വെള്ളത്തിൽ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ കോപ്പർ പ്ലസിന് അക്വസ് സൊല്യൂഷനിൽ വെച്ച് ഡിസ്പ്രപ്പോർഷനേഷൻ നടക്കും. എന്നിട്ട് കോപ്പർ 2+ഉം അതുപോലെ മെറ്റാലിക് കോപ്പറും ഫോം ചെയ്യും. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുകയും ചെയ്തു, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറയുകയും ചെയ്തു. അങ്ങനെ കോപ്പർ പ്ലസ് അക്വസ് സൊല്യൂഷനിൽ എക്സിസ്റ്റ് ചെയ്യത്തില്ല ബിക്കോസ് ഓഫ് ഡിസ്പ്രപ്പോർഷനേഷൻ. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന തിരിച്ചാണെങ്കിലും അസേർഷൻ കറക്റ്റാണ്. Then enthalpy of hydration of copper 2+ is much less than that of copper plus. ഒരിക്കലും അല്ല. എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ ഓഫ് കോപ്പർ 2+ എന്ന് പറഞ്ഞ് 2121 നെഗറ്റീവ്. ഇസ് മച്ച് ലെസ് ദാൻ ദാറ്റ് ഓഫ് കോപ്പർ പ്ലസ്. നിങ്ങൾക്കറിയാം കോപ്പറിനേക്കാൾ സൈസ് കുറവാണ് കോപ്പർ പ്ലസ്, അതിനേക്കാൾ സൈസ് കുറവാണ് കോപ്പർ 2+. സൈസ് കുറഞ്ഞാൽ വന്ന് കവർ ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടും, നല്ല രീതിയിൽ ഹൈഡ്രേഷൻ നടക്കും. അങ്ങനെ വരുമ്പം ഇവിടെയാണ് ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടുതൽ. പക്ഷേ ഇത് 2023 ഐ തിങ്ക് 2023 JEE മെയിൻസിന് ചോദിച്ചപ്പം ഇതും കറക്റ്റാണെന്നാണ് കൊടുത്തത്. പിന്നെ കറക്ഷൻ വന്നോന്ന് അറിഞ്ഞുകൂടാ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. കറക്റ്റാണെന്നാണ് കൊടുത്തത്, പക്ഷെ അത് കറക്റ്റ് അല്ല. അവർ മൈനസും കൂടെ എടുത്തിട്ടാണ് പറയാം കേട്ടോ. ഇത് -2121, ഇത് ചുമ്മാ ഒരു 1986 എന്ന് വിചാരിച്ചോ. അപ്പോൾ നോക്കിയേ, ഈ രണ്ട് പേരിൽ കുറവ് ഇതാണ്, മൈനസും കൂടെ എടുത്തിട്ടാണ്. പക്ഷെ ഒരിക്കലും അല്ല, ലോജിക്കലി ആ മൈനസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ദാറ്റ് മൈനസ് ഇൻഡിക്കേറ്റ്സ് റിലീസ് ഓഫ് എനർജിയാണ്. അങ്ങനെ നോക്കുമ്പം എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ Cu2+ ഈസ് മച്ച് ലെസ് അല്ല, more ആണ്. സോ ദിസ് ഈസ് റോങ് ആണ്. അസേർഷൻ A ഈസ് കറക്റ്റ് ബട്ട് R ഈസ് നോട്ട് കറക്റ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. രണ്ടും കറക്റ്റ് എന്നാണെന്ന് കൊടുത്തിട്ടുണ്ടായേ, പിന്നീട് അത് ചേഞ്ച് ചെയ്തെന്ന് തോന്നുന്നു. അതിനെന്തോ ഒരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായി. അവർ നെഗറ്റീവും കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുക. പക്ഷെ ഒരിക്കലും നമ്മൾ നെഗറ്റീവ് ഉൾപ്പെടുത്തി പറയാൻ പാടില്ല. നെഗറ്റീവ് ജസ്റ്റ് മീൻസ് ദാറ്റ് ദി എമൗണ്ട് ഓഫ് എനർജി വിൽ ബി റിലീസസ് ആണ്. അത് മറന്നു പോകരുത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. 15th one. The only radioactive element among lanthanoids. ലാന്തനോയിഡിൽ നിങ്ങൾക്കറിയാം, ലന്താനത്തിൻ്റെ പുറകിൽ കിടക്കുന്ന സീറിയം, സോഡിമിയം, നിയോഡിമിയം, പ്രൊമീത്തിയം, സമേറിയം, യൂറോപ്യം, ഗഡോളിനിയം, ടെർബിയം എന്നൊക്കെ പറഞ്ഞ കുറേ എലമെൻറ്റുകളുണ്ട്. 14 എലമെൻറ്റ്സ് ഉണ്ട്. ഈ 14 എലമെൻറ്റുകളിൽ ഒരേ ഒരാൾ മാത്രമാണ് റേഡിയോ ആക്റ്റീവ്, ദാറ്റ് ഈസ് പ്രൊമീത്തിയം. അതുപോലെ ആക്ടിനിയത്തിൻ്റെ പുറകിൽ കിടക്കുന്ന തോറിയം അല്ലേ, പ്രൊട്ടാക്ടീനിയം, യുറേനിയം, നെപ്റ്റൂണിയം, പ്ലൂട്ടോണിയം, അമേർഷ്യം, ക്യൂറിയം എന്ന് പറഞ്ഞ് അവസാനം ലോറൻസിയം വരെയുള്ള ആക്ടിനോയിഡുകളുടെ പ്രത്യേകത 14 എലമെൻറ്റുകളും റേഡിയോ ആക്റ്റീവാണ്. സോ ലാന്തനോയിഡിൽ ആകെ ഒരേ ഒരാൾ മാത്രമാണ് റേഡിയോ ആക്റ്റീവ് എങ്കിൽ ആക്ടിനോയിഡുകൾ മുഴുവൻ റേഡിയോ ആക്റ്റീവാണ്. ആ ഒരേ ഒരു റേഡിയോ ആക്റ്റീവ് ലാന്തനോയിഡ് എന്നറിയപ്പെടുന്ന ആൾ പ്രൊമീത്തിയമാണ്. ആൻസർ ഇസ് ഓപ്ഷൻ 3 ആണ്. അതുപോലെ നിയോഡിമിയത്തിൻ്റെ പ്രത്യേകത, ഫ്രീ സ്റ്റേറ്റിൽ നിയോഡിമിയം എന്ന് പറയുന്നത് മാക്സിമം പാരാമാഗ്നറ്റിസം കാണിക്കുന്ന ആളാണ്. മാക്സിമം പാരാമാഗ്നറ്റിസം ഇൻ ഫ്രീ സ്റ്റേറ്റ്. ഫ്രീ സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ പാരാമാഗ്നറ്റിസം ഒബ്സർവ് ചെയ്തിരിക്കുന്ന എലമെൻറ്റ് നിയോഡിമിയമാണ്. മസ്റ്റർ ക്ലബ് 2 കൺഫ്യൂസ്ഡ് ഇൻ ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് വെച്ചാൽ ഒരു അയോൺ വെള്ളത്തിൽ വീണാൽ വെള്ളം ആ അയോണിൻ്റെ ചുറ്റും ഇങ്ങനെ കവറ് പോലെ പൊതിഞ്ഞിരിക്കും. ആ പൊതിയുന്ന ഫിനോമിനെ വിളിക്കുന്ന പേര് ഹൈഡ്രേഷൻ എന്നാണ്. ആ പൊതിയുന്ന ഫിനോമിനൻ ഒരു ബോണ്ട് ഫോർമേഷനാണ്. ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത് എന്തിനാണ്? സ്റ്റെബിലിറ്റി കൂട്ടാനാണ്. അപ്പോൾ എനർജി എന്ത് ചെയ്യും? കുറയും. ആ എനർജിയാണ് എന്ത് ചെയ്യുക? റിലീസ് ചെയ്യുക. സോ ഹൈഡ്രേഷൻ നടക്കുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എൻതാൽപ്പി വിളിക്കുന്ന പേരാണ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഒരു വലിയ സ്ഫിയറും ഒരു ചെറിയ സ്ഫിയറും കൂടെ തൻ്റെ കയ്യിൽ എടുത്ത് തന്നു. പേപ്പർ വെച്ച് കവർ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ഗിവൺ ടൈം തരും. ആദ്യം കവർ ചെയ്ത് തീരുന്നത് ചെറിയ സ്ഫിയറാണ്. വലിയ സ്ഫിയർ നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് വരുമ്പോൾ സമയം എടുക്കും. പക്ഷേ ആ ഗിവൺ ടൈമിൽ ചെറിയ സ്ഫിയർ പേപ്പറിനകത്തേക്ക് വെച്ച് ഒറ്റയടിക്ക് പൊതിയാം. സെയിം മെക്കാനിസം. ചെറിയ അയോൺ ആണെങ്കിൽ വെള്ളം വന്ന് നന്നായിട്ട് പൊതിയും. വലിയ അയോൺ ആണെങ്കിൽ വെള്ളം പതുക്കെ അത്ര കാര്യമായിട്ട് വന്ന് പൊതിയല്ല. സോ ദാറ്റ് ഈസ് കോൾഡ് ഹൈഡ്രേഷൻ.
മാസ്റ്റർ ക്ലബ് ഗോട്ട് ഇറ്റ്? മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ശരി. അടുത്ത് 16th one. Mish metal contains approximately 95% ലാന്തനോയിഡ് മെറ്റൽ. അല്ല, മിഷ് മെറ്റൽ എന്ന് പറഞ്ഞ ഒരു ലാന്തനോയിഡുകൾ ഫോം ചെയ്യുന്ന അലോയി ആണ്. ഈ അലോയുടെ 95%ഓളം ലാന്തനോയിഡും പിന്നെ അപ്രോക്സിമേറ്റ്ലി ഒരു 4.5 to 5% അയോണും മീൻസ് അയണും വളരെ ട്രേസസ് ഓഫ് സൾഫർ, കാൽഷ്യം, കാർബൺ ആൻഡ് അലുമിനിയം അതുമാണ്. അപ്പോൾ ഈ 4 പേരാണ് വളരെ ചെറിയ അളവിൽ അടങ്ങിയിരിക്കുന്നത്. സൾഫർ, അതുപോലെ കാർബൺ, കാൽഷ്യം ആൻഡ് അലുമിനിയം. അത് NCERT-ലുള്ളതാണ്, അത് ഓർത്ത് വെച്ചോണം. മിഷ് മെറ്റൽ 95% ലാന്തനോടും അപ്രോക്സിമേറ്റ്ലി 5% അയണും ബാക്കിയുള്ള ചെറിയ ഒരു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ട്രേസസ് എലമെൻറ്റുകളുമായിരിക്കും എന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 3 വരും, മിഷ് മെറ്റൽ. പിന്നെ ഈ മിഷ് മെറ്റലും മഗ്നീഷ്യവും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ആളെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ലൈറ്റ്നർ ഫ്ലിൻറ്റും അതുപോലെ ബുള്ളറ്റ്സും മറ്റേ ഷെല്ലുകളൊക്കെ ഉണ്ടാക്കുന്നത്. മിഷ് മെറ്റൽ അലോങ് വിത്ത് മഗ്നീഷ്യം. അടുത്ത പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓൺ ഹീറ്റിംഗ് അറ്റ് 513 Kelvin ഗീവ്സ് എ പ്രൊഡക്റ്റ് വിച്ച് ഈസ്. ശരിക്കും ആസ് പെർ ദി NCERT ആണ് 513 Kelvin. പക്ഷേ ബാക്കിയുള്ള സ്റ്റാൻഡേർഡ് ബുക്കുകളിലെല്ലാം പൊട്ടാസ്യം പെർമാംഗനേറ്റ് 573 Kelvinലാണ് ഡിക്കമ്പോസ് ചെയ്യുന്നതെന്ന് എഴുതിയേക്കുന്നത്. അത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. 513 NCERT കിടക്കുന്നതുകൊണ്ട് അങ്ങനെ കിടക്കട്ടെ. അങ്ങനെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്ന ഒരു പർപ്പിൾ കളറുള്ള ആളാണല്ലോ. അപ്പോൾ ഈ പർപ്പിൾ കളറുള്ള ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈ ഓൾമോസ്റ്റ് ഈ ഒരു കളറാണ്. ഇതിനെ നിങ്ങൾ ഒരു 513 Kelvinൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്നത് നല്ല ഗ്രീൻ കളറുള്ള പൊട്ടാസ്യം മാംഗനേറ്റും K2MnO4ഉം പിന്നെ ബ്ലാക്ക് കളേർഡ് പൗഡർ ഏതാ MnO2 ആണ്. പ്ലസ് പിന്നെ ഉള്ളത് നമ്മളുടെ ഓക്സിജൻ ഗ്യാസ് ആണ്. അത് കളർലെസ് ഗ്യാസ് ആയിട്ട് പുറത്തേക്ക് പോകും. ഇതാണ് നമുക്ക് നടക്കുന്ന റിയാക്ഷൻ. 2 പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഹീറ്റ് ചെയ്യണം. നോക്കിയേ, +7 സ്റ്റേറ്റിലുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഗ്രീൻ കളറുള്ള പൊട്ടാസ്യം മാംഗനേറ്റും ബ്ലാക്ക് MnO2 ആൻഡ് O2 ആയിട്ട് മാറും. MnO2 എന്ന് പറയുന്ന മാംഗനീസിൻ്റെ ഓറാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൈറോളുസൈറ്റ്, അല്ലേ, പൈറോളുസൈറ്റ്. പിന്നെ ഇത് പൊട്ടാസ്യം മാംഗനേറ്റ് ആണ്. ഇതിൽ D6 കോൺഫിഗറേഷനാണ്. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 1 ഉണ്ട്. അതുകൊണ്ട് ഇയാൾ പാരാമാഗ്നറ്റിക് ആണ്. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് DD ട്രാൻസിഷൻ അലൗഡ് ആണ്. DD ട്രാൻസിഷൻ ഉള്ളത് കൊണ്ടാണ് ഇതിൻ്റെ കളർ എന്തായത്, ഗ്രീൻ ആയത്. അപ്പോൾ ഇയാൾക്ക് ഗ്രീൻ കളർ ആൻഡ് പാരാമാഗ്നറ്റിക് ആണ്. ഇവിടെ മാംഗനീസ് പ്ലസ് ഇത് +6 സ്റ്റേറ്റ് അല്ലേ. അപ്പം D6 അല്ല കേട്ടോ, +6 സ്റ്റേറ്റ് D1 ആണ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ. ഇവിടെ +7 സ്റ്റേറ്റ് ആണ് D0 ആണ്. അതുകൊണ്ട് ഇത് ഡയ ആണ്. ബട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ അല്ലേ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഓക്സിജനിൽ നിന്നുള്ള ഇലക്ട്രോൺ നമ്മുടെ മാംഗനീസിലേക്ക് കടം കിട്ടാറുണ്ട്. അങ്ങനെ കടം കിട്ടുന്ന ആ മെക്കാനിസത്തിനെ വിളിക്കുന്ന പേരാണ് ലിഗാൻഡിൽ നിന്നും മെറ്റലിലേക്കുള്ള ചാർജ് ട്രാൻസ്ഫർ, വിച്ച് ഇസ് കോൾഡ് LMCT. അതുകൊണ്ട് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് പാരാമാഗ്നറ്റിസം കാണിക്കാനുള്ള കഴിവ് നമ്മളുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റിനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് ഡാർക്ക് പർപ്പിൾ കളറാണ്. ഈ രണ്ടിനും കാരണം പറഞ്ഞേ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയാണ്. ഏതാ അതിൻ്റെ ആപ്ലിക്കേഷൻ? നമ്മളുടെ ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ. പക്ഷേ ഇയാളുടെ കളറിന് കാരണം ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയാണ്. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഏത് വെച്ചിട്ടാണ് പറയുക? DD ട്രാൻസിഷൻ. സോ DD ട്രാൻസിഷൻ ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, ബട്ട് LMCT is an application of molecular orbital theory. സോ അവർ പറയുന്നു ഏത് പ്രൊഡക്റ്റാണ് കിട്ടിയെന്ന് പറഞ്ഞ് പാരാമാഗ്നറ്റിക് ആൻഡ് കളർലെസ് നോ, ഡയാമാഗ്നറ്റിക് ആൻഡ് ഗ്രീൻ നോ, പാരാമാഗ്നറ്റിക് ആൻഡ് ഗ്രീൻ യെസ്, ആൻസർ 3, ദെൻ ഡയാമാഗ്നറ്റിക് ആൻഡ് കളർലെസ് നോ. ഇനി നിങ്ങൾക്ക് ചോദിക്കാം, സാറേ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇത് വെച്ചിട്ടാണോ എന്ന്? അല്ല, നമുക്കിത് നോക്കാം. നോക്കിയേ, MnO2 മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. അപ്പോൾ ഇവിടെ D25 ആണ്. +4 വരുമ്പോൾ ഇവിടെ നിന്ന് 2 അവിടെ നിന്ന് 2 D3 സിസ്റ്റം വരും. അപ്പം മൊത്തം 7 ഇലക്ട്രോണിൽ 4 പോയി. കണ്ടോ, അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇതിൻ്റെ കളർ നോക്കിയേ, പാരാമാഗ്നറ്റിക് ആൻഡ് ബ്ലാക്ക്, അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്തില്ല. പിന്നെ O2 നിങ്ങൾക്കറിയാം, O2 പാരാമാഗ്നറ്റിക് ആണ് അക്കോർഡിംഗ് ടു മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ആൻഡ് കളർലെസ് ആണ്. പാരാമാഗ്നറ്റിക് ആൻഡ് കളർലെസ് എന്ന് പറയുന്നത് ഉണ്ട്, പാരാമാഗ്നറ്റിക് ആൻഡ് കളർലെസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പാരാമാഗ്നറ്റിക് ആൻഡ് ഗ്രീനും ഉണ്ട്, പിന്നെ പാരാമാഗ്നറ്റിക് ആൻഡ് കളർലെസ്സും ഉണ്ട്. രണ്ടും നിങ്ങൾക്ക് ആൻസർ എഴുതാം. ഇത് മൾട്ടിപ്പിൾ ആൻസറായിട്ട് കിടക്കുന്ന ഒരു
ചോദ്യം അല്ലായിരുന്നു, മൾട്ടിപ്പിൾ ആൻസർ അല്ല. സോ പാരാമാഗ്നറ്റിക് ആൻഡ് കളർലെസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ ഓക്സിജന് മാച്ചിങ് ആയിട്ട് കൊടുക്കാം. അതുപോലെ പാരാമാഗ്നറ്റിക് ആൻഡ് ഗ്രീൻ എന്നുള്ള കളർ K2MnO4 മാച്ചിങ് ആയിട്ട് കൊടുക്കാം. പക്ഷേ ഇത് പാരാമാഗ്നറ്റിക് ആൻഡ് നമ്മളുടെ ബ്ലാക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് രണ്ടും ആൻസർ ആക്കി എഴുതാം. ദിസ് ഈസ് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഓക്സിജൻ ആണ്. പക്ഷേ ഇത് അവർ കൊടുത്തിരിക്കുന്ന ആൻസർ പക്ഷേ പാരാമാഗ്നറ്റിക് ആൻഡ് ഗ്രീൻ ആണ്. അപ്പം നിങ്ങളോട് ചോദിക്കുന്ന സിംഗിൾ കറക്റ്റ് ആൻസർ ആണെങ്കിൽ അവർ ആ കളർ ഉള്ള പൊട്ടാസ്യം അവർ ഉദ്ദേശിക്കുന്ന മാംഗനീസിൻ്റെ കോമ്പൗണ്ടിനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് അവർ ഇത് മാത്രം ആൻസർ കൊടുത്തേക്കുന്നത്. പക്ഷേ മേളിലുള്ള ആളും ആൻസറാണ്. പാരാമാഗ്നറ്റിക് ആൻഡ് കളർലെസ് ആയിട്ടുള്ള O2 ഗ്യാസും കൂടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. എങ്കിലും നിങ്ങൾ മൾട്ടിപ്പിൾ ആൻസർ ആണെങ്കിൽ ഇത് രണ്ടും എഴുതുക. സിംഗിൾ ആൻസർ ആണെങ്കിൽ നമ്മൾ മാംഗനീസ് വരുന്ന ഓപ്ഷൻ എടുത്താൽ മതി. കാരണം നമ്മൾ D ബ്ലോക്ക് കോമ്പൗണ്ടുകളെ കുറിച്ച് പഠിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻ 2 എടുത്താൽ മതി. പിന്നീട് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വന്നാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ആ 2 ഓപ്ഷനും കൂടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓൾറെഡി ഡെഡ്. 2 ആൻസേഴ്സ് അല്ല, സിംഗിൾ ആൻസർ ആണെങ്കിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് O2 എന്ന് വെച്ചാൽ ഗ്യാസ് ആണ്, അത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് വെളിയിൽ പോകുന്ന ആളാണ്. K2MnO4 അങ്ങനെയല്ല, അത് പ്രൊഡക്റ്റായിട്ട് തന്നെ കിട്ടും. പ്രത്യേകിച്ച് സെപ്പറേഷൻ ടെക്നിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ലോജിക്ക് അനുസരിച്ച് നമുക്ക് ആ കളറുള്ള കോമ്പൗണ്ട് എഴുതിയാൽ മതി. ഓക്കെ. 18th one. KMnO4 oxidizes I- in acidic and neutral or faintly alkaline solution respectively to എന്നാണ് ചോദ്യം. ഇത് നിങ്ങൾ ഒത്തിരി സ്ഥലത്ത് കേട്ടതാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്രത്യേകത, ഇയാൾ ഹാലൈഡ് അയോൺ, ഇത് ഹാലൈഡ് അയോണാണ്. ഈ ഹാലൈഡ് അയോണിനെ പറഞ്ഞോണേ അസിഡിക് മീഡിയത്തിലാണെങ്കിൽ ഹാലോജൻ ആക്കി മാറ്റും. ബേസിക് മീഡിയത്തിലോ അല്ലെങ്കിൽ ന്യൂട്രൽ മീഡിയത്തിലോ ആണെങ്കിൽ ഹാലൈറ്റ് അയോൺ XO3- അയോണായിട്ട് മാറ്റും. ഹാലൈറ്റ് അയോണായിട്ട് മാറ്റും. ഇത് ഹാലോജൻ ആയിട്ട് മാറ്റും. ഇതാണ് നമ്മൾ പല സ്ഥലത്ത് പഠിച്ചതാണ്. ഇവിടെ നോക്കുമ്പം I- അസിഡിക്കിൽ I2ഉം ന്യൂട്രൽ ഓർ ഫെയിൻലി ആൽക്കലൈൻ സൊല്യൂഷനിൽ IO3-ഉം I2 ആൻഡ് IO3- ആണ്. I2 ആൻഡ് ഇത് IO3 ആണ് കേട്ടോ. I2 ആൻഡ് IO3- ആണ്. ചെറിയ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. IO3- ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 വരും. IO3-. ഓക്കെ, 2. യെസ്. അടുത്ത് 19th. ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ഇൻ ദി റിഡക്ഷൻ ഓഫ് പെർമാംഗനേറ്റ് ടു മാംഗനീസ് ഡയോക്സൈഡ് ഇൻ അസിഡിക് മീഡിയം. അതായത് പെർമാംഗനേറ്റ് അയോൺ എന്ന് പറഞ്ഞാൽ MnO4- ആണ് അല്ലേ. ഇതിനെ അവർ എങ്ങോട്ടേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ മാംഗനീസ് ഡയോക്സൈഡ് ഇൻ അസിഡിക് മീഡിയം. അപ്പോൾ ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +7. ഇവിടുത്തെ എത്രയാണ്? +4. ഡിക്രീസ്ഡ് ബൈ 3 യൂണിറ്റ്. സോ 3 ഇലക്ട്രോൺ അല്ലേ. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ഇൻ ദി റിഡക്ഷൻ ഓഫ് പെർമാംഗനേറ്റ് ടു മാംഗനീസ് ഡയോക്സൈഡ് ഇൻ അസിഡിക് മീഡിയം ഈസ് 2 ആണ്. നിങ്ങൾ 2 എന്നുള്ള 2 അല്ല 3 ആണ്. കാരണം ഇത് +7ഉം അത് +4ഉം ആണ്. 3 യൂണിറ്റാണ് ഡിക്രീസ് ചെയ്ത്. അത് ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്തത് ദി മാക്സിമം നമ്പർ ഓഫ് പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് ആക്ടിനോയിഡ്സ് ആർ ഷോൺ ബൈ. മാക്സിമം നമ്പർ, ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് +3, +4, +5, +6, +7 ഈ 5 സ്റ്റേറ്റുകൾ കാണിക്കുന്ന 2 പേരാണുള്ളത്, നെപ്റ്റൂണിയം ആൻഡ് പ്ലൂട്ടോണിയം. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ് കേട്ടോ. പൊലൂട്ടോണിയം എന്നായിരിക്കുന്നത് അല്ലേ. പ്ലൂട്ടോണിയം കേട്ടോ. പ്ലൂട്ടോണിയം. അപ്പോൾ 2 എണ്ണം നെപ്റ്റൂണിയം ആൻഡ് പ്ലൂട്ടോണിയം. ഓപ്ഷൻ 4. ഓക്കെ. അടുത്തത് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഓഫ് ബൈവാലൻ്റ് യൂറോപ്യം ആൻഡ് ട്രൈവാലൻ്റ് സീറിയം. നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കണം കേട്ടോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പം ആദ്യം നിങ്ങൾക്കറിയാം ലന്താനം പോട്ടെ. ലന്താനം നിങ്ങൾക്കറിയാം സ്കാൻഡിയം, ഇട്രിയം, ലന്താനം. സ്കാൻഡ്രിയത്തിൻ്റെ കോൺഫിഗറേഷൻ 4s2 3d1 ആവുമ്പം ഇത് 5s2 4d1 ആണ്. അപ്പോൾ ഇത് 6s2 5d1 ആണ്. ഇനി ലന്താനം കഴിഞ്ഞ് തൊട്ടിപ്പുറ കിടക്കുന്ന ഹാഫ്നിയത്തിലേക്കല്ല നമ്മൾ പോവുക. ലന്താനത്തിൻ്റെ പുറകിൽ കിടക്കുന്ന സീറിയം, പ്രിസോഡിമിയം അല്ലേ, നിയോഡിമിയം, പ്രൊമീത്തിയം, സമേറിയം, യൂറോപ്യം, ഗഡോലിനിയം, ടെർബിയം, ഡിസ്പ്രോസിയം, ഹോൾമിയം, എർബിയം, തുലിയം, ഇറ്റർബിയം, ലുട്ടീഷ്യം. അല്ല നോക്കിയാൽ 14 അല്ലേ. 2, 4, 6, 8, 10, 12, 14. ഇതാണ് ലാന്തനോയിഡ്. ഈ ലാന്തനോയിഡിൽ ഇയാളുടെ അറ്റോമിക് നമ്പർ നിങ്ങൾക്കറിയാം സ്കാൻഡിയം 21 ആണ്. 21 + 18 എന്ന് പറയുമ്പോൾ 39 ആണ്.
+18 എന്ന് പറയുമ്പോൾ 57 ആണ്. പിന്നെ വരുന്ന 58 മുതൽ 71 വരെയുള്ള എലമെൻ്റ് ആണ്. ഇത്രയും പേരാണ് നമ്മൾ ലാന്തനോഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്താൽ മതി. ലാന്തനോഡുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ 6s2 5D ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, 9 ഇലക്ട്രോണും കൂടെ വെക്കാനുള്ള സ്ഥലമുണ്ട്. എന്നാലും സീറിയത്തിൽ വരുമ്പം 5Dയിലല്ല ഫില്ല് ചെയ്യുന്ന 4Fലാണ്. അപ്പോൾ ഇയാളുടെ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പം 6s 5D 4F എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞാൽ കോൺഫിഗറേഷൻ എഴുതുന്ന രീതി ഈ രീതിയിലാണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ വരുന്ന രീതി എങ്ങനെയാണെന്ന് അറിയാം, 6s2 5D1 4F1. പക്ഷേ ഇയാൾ കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നത് വരെ ആളുകൾക്ക് ഡി ഇലക്ട്രോൺസ് ഇല്ല. ഡി ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിലുള്ള 3 ആൾക്കാർ, ഒന്ന് ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന സീറിയം, പിന്നെ ആർക്കാന്ന് ഞാൻ പറയാം. അതിന് മുന്നേ നോക്കിക്കോണേ, ഇതിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ എഴുതുവാണ്. കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2 ഡിയിലില്ല 0, ഇവിടെ മൊത്തം 4 5 വരണമെങ്കിൽ 203, അടുത്ത 204 205 206 207 ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എഫ് ഹാഫ് ഫിൽഡായി. അപ്പോൾ ഇനി അങ്ങോട്ട് കയറ്റാൻ അവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഡിയിൽ വരും. അതുകൊണ്ട് ഡിയിൽ ഇലക്ട്രോൺ കിട്ടുന്ന രണ്ടാമത്തെ ആൾ നടുവിൽ കിടക്കുന്ന ഗഡോലിനിയമാണ്. ഗഡോലിനിയത്തിൻ്റെ 217 എഗെയിൻ വീണ്ടും നമ്മൾ പഴയ പോലെ ആകും. 2 ഡിയിൽ ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ ഇത് മൊത്തം 7 3 10 11 വരണമെങ്കിൽ 209 2010 2011 2012 2013 2014 ആൻഡ് വീണ്ടും 14 ഹാഫ് ഫിൽഡ് അല്ലേ, നമ്മൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് പോലെ കംപ്ലീറ്റ്ലി ഫിൽഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി അങ്ങോട്ട് കേട്ടൽ നടക്കില്ല. കാരണം നമ്മുടെ മാക്സിമം ഇലക്ട്രോൺ അതിനകത്ത് ഫില്ലായി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, നമ്മളുടെ ഡിയിലോട്ട് ഫില്ല് ചെയ്യും. അല്ല, ഇനി വരാൻ പോകുന്ന ഇലക്ട്രോൺസ് നമ്മൾ ഡിയിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. പറഞ്ഞു എങ്ങനെയാണ്, 2 1 14. അപ്പോൾ ഡി ഇലക്ട്രോണുകളുള്ള 3 ആൾക്കാർ, ഇങ്ങേ അറ്റത്തുള്ള സീറിയം, നടുവിലുള്ള ഗഡോലിനിയം, പിന്നെ അങ്ങേ അറ്റത്തുള്ള ലുട്ടീഷ്യം, ഇത്രയും പേരുടെ വാലൻസിൽ ഡി ഇലക്ട്രോൺസ് ഉണ്ട്. ഓർത്ത് വയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇങ്ങേ അറ്റത്തുള്ളതും അങ്ങേ അറ്റത്തുള്ളതും നടുക്കുള്ള ആൾക്ക് മാത്രമേ ഡി ഉള്ളൂ. ഇനി അവർ ചോദിച്ചേക്കുന്നത് ആരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെന്ന് നോക്കിക്കോണേ. ഏതാ, ബൈവാലൻ്റ് യൂറോപ്യം ആൻഡ് ട്രൈവാലൻ്റ് സീറിയം. സീറിയം യൂറോപ്യം നമുക്ക് ആദ്യം നോക്കാം. യൂറോപ്യം 2+ൻ്റെയാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. യൂറോപ്യം 2+ എന്ന് വെച്ചാൽ വാലൻസിൽ നിന്ന് കളയാം, ഇവിടുന്ന് 2 കളയുമ്പോൾ F7. യെസ്. സീറിയം ട്രൈവാലൻ്റ് എന്ന് പറയുമ്പം ഇത് 2 കളഞ്ഞു, F1. സോ F1 ആൻഡ് F7. അപ്പം നമുക്ക് ഓപ്ഷൻ നോക്കാം. F1 ആൻഡ് F7 ഉള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കി. ആദ്യം ചോദിച്ചേക്കുന്നത് യൂറോപ്യം, F7 ആൻഡ് F1. യെസ്, ആൻസർ ഈസ് ഓപ്ഷൻ 3 വരും. കണ്ടോ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങളിത് പഠിക്കാനൊരു ബുദ്ധിമുട്ടായിട്ട് എടുക്കരുത്. ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു തവണ നിങ്ങളിത് പഠിക്കുക. ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടും. അതൊരു നഷ്ടമായിട്ട് അല്ലെങ്കിൽ ഒരു കഷ്ടപ്പാടായിട്ട് എടുക്കരുത്. എന്തായാലും ഓക്സിഡേഷൻ സ്റ്റേറ്റും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ, അടുത്ത 22. The most common oxidation state of lanthanoid element is +3. Which of the following is likely to deviate easily from +3 oxidation state? +3 ആണ് ഏറ്റവും കോമൺ. +3യിൽ നിന്ന് പെട്ടെന്ന് ഡീവിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാരാന്നാ ചോദ്യം. നമുക്ക് നോക്കാം. ആദ്യം സീറിയം. നോക്കിയേ, സീറിയം 3 കാണിച്ചു, പിന്നെ 1 ഉള്ളൂ. അപ്പോൾ ഈ 4 പോയി കഴിഞ്ഞാൽ 58 എന്നുള്ള 54 ആവും. 54 സിനോണിൻ്റെ കോൺഫിഗറേഷനാണ്, ഭയങ്കര സ്റ്റേബിൾ ആവും. അപ്പോൾ ഇയാൾക്ക് +4ലേക്ക് പോകാൻ നല്ലൊരു ടെൻഡൻസി ഇല്ലേ? ഉണ്ട്. സോ ആൻസർ സീറിയമാണ്. അടുത്ത് നോക്കാം. ലന്താനം അറ്റോമിക് നമ്പർ 57 ആണ്. കോൺഫിഗറേഷൻ ഇതാണ്. +4ലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഒന്നാലോചിക്കുക, +3യിൽ തന്നെ ഇത് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനിലെത്തും. 3 പോയി കഴിഞ്ഞാൽ 57 - 3 54 ആകും. പിന്നീട് ഒരു ഇലക്ട്രോൺ പോകുന്നത് കഷ്ടപ്പാടാണ്. പിന്നെ ഉള്ളത് ലുട്ടീഷ്യമാണ്. ലുട്ടീഷ്യത്തിന് ഇതുപോലെ 2 1 3 പോവും. 4 പോകുന്ന എവിടെ നിന്ന്, F14 ഭയങ്കര പാടാണ്, കംപ്ലീറ്റ്ലി ഫിൽഡ്, പോകാനുള്ള ചാൻസ് കുറവാണ്. പിന്നെയുള്ളത് ഗഡോലിനിയമാണ്. ഗഡോലിനിയത്തിനും ആദ്യത്തെ 3 പോവും, 4 പോകാൻ പാടാണ്, കാരണം ഹാഫ് ഫിൽഡാണ്. അപ്പോൾ ഏറ്റവും എളുപ്പം എന്തുകൊണ്ടും +4 സ്റ്റേറ്റ് കാണിക്കാൻ സീറിയമാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ, 23. Given below are 2 statements. Statement 1. The E0 value for cerium 4+ bar cerium 3+ is 1.74 volt. നിങ്ങളത് പഠിച്ചിട്ടുണ്ടായിരിക്കും, അത് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഈ ലാന്തനോഡുകളുടെ പ്രത്യേകത എന്നാണെന്നറിയോ,
ഈ LN3 പ്ലസ് ബാർ LN വാല്യൂസ് ഈ 0 ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ -2.2 വോൾട്ട് മുതൽ -2.4 വോൾട്ട് വരെ വേരി ചെയ്യും. -2.2 to -2.4 വോൾട്ട് വരെ വേരി ചെയ്യും. പക്ഷേ യൂറോപ്യം മാത്രമാണെങ്കിൽ യൂറോപ്യം 3 പ്ലസ് ബാർ യൂറോപ്യം എന്ന് പറയുന്ന ആളുടെ വാല്യൂ -2.0 വോൾട്ടാണ്. ഇത് മാത്രം ഒരു എക്സെപ്ഷനാണ്. ഈ റേഞ്ചിനുള്ളിൽ ഇത്രയും ചെറിയ റേഞ്ചിനുള്ളിൽ എല്ലാവരും വന്നോളും. പക്ഷേ യൂറോപ്യം മാത്രം വേറെയാണ്. ഇത് 3 പ്ലസ് ബാർ 0 വാല്യൂ ആണ്. പക്ഷേ അവിടെ തന്നിരിക്കുന്ന സീരിയത്തിന് ഏറ്റവും പെട്ടെന്ന് 4+ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. എങ്കിലും സീരിയത്തിന് കൂടുതൽ ഇഷ്ടം +3 ആണെന്നുള്ളതിൻ്റെ പ്രൂഫ് അത് കണ്ടോ. +4ൽ നിന്ന് +3യിലേക്ക് മാറാൻ വാല്യൂ ഹൈലി പോസിറ്റീവാണ്. എന്ന് വെച്ചാൽ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. ഈ വാല്യൂ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് NCERT-ലുണ്ട്, അതുകൊണ്ട് ചോദിക്കാം, പഠിച്ചു വെച്ചോണം. സോ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. സീരിയം ഈസ് മോർ സ്റ്റേബിൾ ഇൻ സീരിയം +4 നോ ദാൻ ഇൻ സീരിയം +3 നോ. അങ്ങനെ ഇയാൾ സ്റ്റേബിൾ ആയിരുന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് മാറുന്ന വാല്യൂ നെഗറ്റീവ് ആയേനെ. പക്ഷേ ഇത് പോസിറ്റീവ് ആണെങ്കിൽ മീനിങ് എന്താ, ഈ റിയാക്ഷൻ പെട്ടെന്ന് നടക്കും. 4+ന് സ്റ്റെബിലിറ്റി കുറവും 3+ന് സ്റ്റെബിലിറ്റി കൂടുതലും. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ നമ്പർ 23 4. ഓക്കെ. Okay, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24. Which of the following redox couple COU redox couple of lanthanoid does not fall in the range -2.2 to -2.4? ഇപ്പോൾ പറഞ്ഞോളൂ. ഈ ഒരു റേഞ്ചിൽ വരാത്ത എലമെൻ്റ് എന്ന് പറയുന്നത് യൂറോപ്യം 3+ ആണ്. ഇവർ നിങ്ങളത് മൈൻഡ് ആക്കണ്ട കേട്ടോ. GD 3+ ബാർ GD, EU 3+ ബാർ EU, പിന്നെ ഇത് HO ഹോൾമിയം 3+ ബാർ ഹോൾമിയം, പിന്നെ ഇറ്റാർബിയം 3+ ബാർ ഇറ്റാർബിയം. അതിൽ ഈ ഒരു റേഞ്ചിൽ വരാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ 2 വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഓൾറെഡി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അടുത്ത് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് എമംഗ് A to C ഈസ് ഓർ ആർ. നോക്കിയോ, W6 ഈസ് മോർ സ്റ്റേബിൾ ദാൻ ക്രോമിയം 6. ശരിയാ അല്ലേ? ക്രോമിയം, മോളിബ്ഡിനം, ടങ്സ്റ്റൺ ഈ 3 പേരിൽ +6 സ്റ്റേറ്റ് കാണിക്കും. +6 പക്ഷേ വലിയ താല്പര്യമില്ലാത്ത ക്രോമിയത്തിനാണ്. അതുകൊണ്ടാണ് ക്രോമിയത്തിൻ്റെ +6 എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് റെഡ്യൂസ് ചെയ്ത് നല്ല ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ബിഹേവ് ചെയ്യും. പക്ഷേ മോളിബ്ഡിനത്തിനും ടങ്സ്റ്റനും അവരവരുടെ +6 സ്റ്റേറ്റുകൾ ഭയങ്കര താല്പര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് പറയാം. A എന്ന് പറയുന്നത് ശരിയാണ്. ഇൻ ദി പ്രസൻസ് ഓഫ് HCl പെർമാംഗനേറ്റ് ടൈട്രേഷൻ പ്രൊവൈഡ് സാറ്റിസ്ഫാക്ടറി റിസൾട്ട്. ഒരിക്കലുമില്ല. പെർമാംഗനോമെട്രിക് ടൈട്രേഷനിൽ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഡൈല്യൂട്ട് H2SO4 മാത്രമാണ് ടു പ്രിവെൻറ്റ് ഹൈഡ്രോളിസിസ് ആൻഡ് ടു പ്രൊവൈഡ് അസിഡിക് മീഡിയം. HCl ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർമാംഗനേറ്റ് എന്ത് ചെയ്യും, വന്ന് HClനെ അറ്റാക്ക് ചെയ്തിട്ട് ക്ലോറിൻ ഗ്യാസിനെ പുറത്ത് കളയും. നമുക്ക് ആവശ്യമുള്ള ആളെ അയാൾ പോയി അറ്റാക്ക് ചെയ്യത്തില്ല. നൈട്രിക് ആസിഡ് ഉപയോഗിച്ചാൽ എന്താ ഗുണം, മീൻസ് പ്രശ്നം, നൈട്രിക് ആസിഡ് ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. നൈട്രിക് ആസിഡ് നിങ്ങൾ ആഡ് ചെയ്താൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചെയ്യേണ്ട ജോലി നൈട്രിക് ആസിഡ് കയറി ചെയ്യും. പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റിന് ജോലിയൊന്നുമില്ല. അതുകൊണ്ട് അത് തെറ്റാണ്. HCl ഒരിക്കലും ഉപയോഗിക്കരുത്. ദെൻ സം ലാന്തനോയിഡ് ഓക്സൈഡ്സ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഫോസ്ഫേഴ്സ്. ചില ലാന്തനോയിഡ് ഓക്സൈഡുകൾ നമ്മൾ ഫോസ്ഫർ സ്ക്രീനുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്. ടെലിവിഷൻ സ്ക്രീൻസ് കറക്റ്റാണ്. ഇത് രണ്ടും കറക്റ്റും ഇത് തെറ്റുമാണ് അല്ലേ? ഇത് തെറ്റുമാണ്. അവർ ചോദിച്ചേക്കുന്ന ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബി ഒള്ളി. ബി മാത്രം ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബാക്കിയുള്ള 2 സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ്. ഓക്കെ. അടുത്ത് 26. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇത് നമ്മളുടെ പ്രാക്ടിക്കൽ കെമിസ്ട്രി ആണ് അല്ലേ? ഇതിൽ ലിസ്റ്റ് 1ൽ കുറച്ച് മെറ്റൽ അയോൺ തന്നിട്ടുണ്ട്. മാംഗനീസ് 2+, ആഴ്സനിക് 3+, കോപ്പർ 2+, Al 3+, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 2A, ഗ്രൂപ്പ് 4, ഗ്രൂപ്പ് 2B, അങ്ങനെ പല ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം നമ്മളുടെ സോൾട്ട് അനാലിസിസിലെ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് അല്ലേ, 0 ഗ്രൂപ്പ്, ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 തന്നെ 2 ഉണ്ട്. ഗ്രൂപ്പ് 2Aയും ഗ്രൂപ്പ് 2Bയും, ദെൻ ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4,
ഗ്രൂപ്പ് 5 ആൻഡ് ഗ്രൂപ്പ് 6 ഇത്രയും ഗ്രൂപ്പുകളുണ്ട്. അതിൽ സീറോ ഗ്രൂപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാറ്റോൺ എന്നറിയപ്പെടുന്നത് അമോണിയമാണ്. നമ്മൾ ആദ്യം ചെയ്യുന്നതും അമോണിയം അയോണാണ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന Pb2+ ആണ്. പിന്നെ Ag+ ഉണ്ടെങ്കിലും നമ്മൾ കൂടുതലും Pb2+ ആണ് ചെയ്യാറ്. പിന്നെ ഗ്രൂപ്പ് 2A എന്ന് പറയുന്നത് Pb2+ തന്നെയാണ്, പിന്നെ കോപ്പർ 2+ഉം. ഗ്രൂപ്പ് 2B എന്ന് പറയുന്നത് ആഴ്സനിക് 3+ ആണ്. ഗ്രൂപ്പ് 3 എന്ന് പറയുന്നത് അലുമിനിയം 3+ഉം Fe3+ഉം ആണ്. ഗ്രൂപ്പ് 3 എന്ന് പറയുന്നത് അലുമിനിയം 3+ഉം Fe3+ഉം. ഗ്രൂപ്പ് 4 എന്ന് പറയുന്നത് കൊബാൾട്ട് 2+, നിക്കൽ 2+, മാംഗനീസ് 2+, സിങ്ക് 2+ ആണ്. ഇവരാണ് ഗ്രൂപ്പ് 4. ഗ്രൂപ്പ് 5 എന്ന് പറയുന്നത് ബേരിയം, കാൽഷ്യം ആൻഡ് സ്ട്രോൺഷ്യം ആണ്. സ്ട്രോൺഷ്യം 2+. ഗ്രൂപ്പ് 6 എന്ന് പറയുന്ന മഗ്നീഷ്യം 2+ ആണ്. ഇത്രയും ഗ്രൂപ്പ് കാറ്റയോണുകളാണ് ഉള്ളത്. നിങ്ങൾക്ക് സിലബസിൽ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, ഇത് ഓർത്ത് വെക്കണം. ഇനി നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. മാംഗനീസ് 2+ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 4 ആണ് അല്ലേ. മാംഗനീസ് 2+ ഗ്രൂപ്പ് 4 ആണ്. സോ എയുടെ കോഡ് 3 വരും. അപ്പോൾ തന്നെ ആൻസർ കിട്ടി, ഓപ്ഷൻ 2 എന്നാണ്. ബാക്കിയും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. അതായത് ആഴ്സനിക് 3+ ഗ്രൂപ്പ് 2B ആണ്, ഗ്രൂപ്പ് 2B. അതുപോലെ കോപ്പർ 2+ ഗ്രൂപ്പ് 2A ആണ്. ദെൻ അലുമിനിയം 3+ ഗ്രൂപ്പ് 3 ആണ്. അപ്പോൾ ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ഏതൊക്കെ ഗ്രൂപ്പിൽ ആരൊക്കെയാണ് കിടക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. അത് ഒന്ന് ഓർത്ത് വെച്ചോണം. പിന്നെ തന്നെയല്ല, നമ്മൾ ഈ ഓരോ ഗ്രൂപ്പും കണ്ടുപിടിക്കാൻ ഓരോ റിയേജൻ്റ് ഉണ്ട് അല്ലേ. സീറോ ഗ്രൂപ്പിന് പ്രത്യേകിച്ച് റിയേജൻ്റ് ഒന്നുമില്ല, നേരെ ചെയ്താൽ മതി. ഇതിന് റിയേജൻറ്റിൻ്റെ ആവശ്യം ഇല്ല ഗ്രൂപ്പ് 0യ്ക്ക്. അതുപോലെ തന്നെ റിയേജൻറ്റിൻ്റെ ആവശ്യം ഇല്ലാത്തവരാണ് ഗ്രൂപ്പ് 6ഉം. ഈ രണ്ട് ഗ്രൂപ്പിന് റിയേജൻ്റ് ആവശ്യമില്ല. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഗ്രൂപ്പ് 0യും പിന്നെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഗ്രൂപ്പ് 6ഉം ആയിരിക്കും. അപ്പോൾ ആദ്യം ഗ്രൂപ്പ് 0 ചെയ്തു, അവസാനം ഗ്രൂപ്പ് 6 ചെയ്തു. ആ രണ്ട് പേർക്കും പ്രത്യേകിച്ച് ഗ്രൂപ്പ് റിയേജൻറ്റിൻ്റെ ആവശ്യം ഇല്ല. പിന്നെ ഗ്രൂപ്പ് 1ൽ നമ്മൾ കൊടുക്കുന്നത് ഡൈല്യൂട്ട് HCl ആണ്. ഗ്രൂപ്പ് 2ൽ നമ്മൾ കൊടുക്കുന്ന ഡൈല്യൂട്ട് HCl ഫോളോഡ് ബൈ ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. ഗ്രൂപ്പ് 3ൽ നമ്മൾ കൊടുക്കുന്ന അമോണിയം ക്ലോറൈഡ് ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഗ്രൂപ്പ് 4ൽ നമ്മൾ കൊടുക്കുന്നത് അമോണിയം ക്ലോറൈഡ് ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് ഫോളോഡ് ബൈ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ആണ്. ഗ്രൂപ്പ് 5ൽ നമ്മൾ കൊടുക്കുന്നത് അമോണിയം ക്ലോറൈഡ് ആൻഡ് അമോണിയം കാർബണേറ്റ് ആണ്, NH4 twice CO3. ഇനി നിങ്ങൾക്കറിയാം ഇതിൽ ഓരോ ഗ്രൂപ്പിലെ ആൾക്കാരും പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ഫോം എങ്ങനെയാണെന്ന് വെച്ചാൽ അല്ലേ, പ്രസിപ്പിറ്റേറ്റഡ് ആസ് അമോണിയ നോക്കണ്ട, ഇത് എന്തായിട്ടാണ് ക്ലോറൈഡ്സ് ആയിട്ട്. പിന്നെ ഗ്രൂപ്പ് 2 സൾഫൈഡുകളായിട്ടാണ്, ഹൈഡ്രജൻ സൾഫൈഡാണ് കയറ്റിവിട്ടത്. ഗ്രൂപ്പ് 3 ഹൈഡ്രോക്സൈഡ് ആയിട്ടാണ്, അമോണിയം ഹൈഡ്രോക്സൈഡാണ് നമ്മൾ ഉപയോഗിച്ചത്, ഹൈഡ്രോക്സൈഡ്സ്. പിന്നെ ഗ്രൂപ്പ് 4 എന്ന് പറയുന്നതിൻ്റെ അകത്ത് വീണ്ടും സൾഫൈഡുകളായിട്ടാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. പിന്നെ ഗ്രൂപ്പ് 5 എന്ന് പറഞ്ഞ് കാർബണേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പിന്നെ ഇത് ഗ്രൂപ്പ് 6 നമുക്കറിയാം, മഗ്നീഷ്യം നമ്മൾ ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഗ്ലാസ് അല്ലേ നമ്മുടെ ടെസ്റ്റ് ട്യൂബിൻ്റെ ഇന്നർ വോളൊക്കെ സ്ക്രാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷനിലേക്ക് വരുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചോണം. അപ്പോൾ ഓരോ ഗ്രൂപ്പിൻ്റെ പേരും ആ ഗ്രൂപ്പിൻ്റെ അയോൺസും പിന്നെ ആ ഗ്രൂപ്പ് റിയേജൻറ്റും എങ്ങനെയാണ് അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നതെന്നുണ്ട്. പ്രാക്ടിക്കൽ കെമിസ്ട്രി നല്ല വെയിറ്റേജിൽ വരുമോ? അത് പണ്ട് തൊട്ട് JEE മെയിൻസിനുള്ളതാണ്. പ്രാക്ടിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിന് പേരില്ലായിരുന്നു എന്നുള്ളൂ. പണ്ട് ചാപ്റ്ററിന് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്നായിരുന്നു. അന്ന് സോൾട്ട് അനാലിസിസ് ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നതാണ്. അന്ന് പൊതുവേ നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ പ്രാക്ടിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞ് തന്നെ ഒരു ചാപ്റ്ററായിട്ട് സജസ്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് വെയിറ്റേജ് ഉണ്ടായിരിക്കും. കഴിഞ്ഞ തവണ നീറ്റുകാർക്ക് 2 ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. ഈ തവണ നിങ്ങളോടും നിങ്ങളുടെ പല ഷിഫ്റ്റിലും ക്വസ്റ്റ്യൻസ് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റേജ് എന്ന് പറയാനില്ല, കാരണം 25 ക്വസ്റ്റ്യനല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഈക്വൽ വെയിറ്റേജ് പോലെ എടുത്താൽ മതി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ലോട്ടറി അടിച്ചു എന്ന് കൂട്ടിയാൽ മതി. ഒരു ക്വസ്റ്റ്യൻ പോയാലോ അത്രയും നമ്മുടെ റാങ്ക് താന്നു പോകും. അപ്പം വെയിറ്റേജ് നോക്കി പഠിക്കരുത്. പ്രാക്ടിക്കൽ കെമിസ്ട്രി അത്യാവശ്യം നന്നായിട്ട് അറിയണം. പ്രത്യേകിച്ച് സോൾട്ട് അനാലിസിസിൽ ഏതൊക്കെ കാറ്റയോൺ ഏതൊക്കെ ഗ്രൂപ്പിലാണ്, ഏതൊക്കെ ടെസ്റ്റ് വഴിയാണ് ആനയോണുകളെ തിരിച്ചറിയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 26 ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 27. Formation of which complex among the following is not a confirmatory test
ഫോർ Pb2+ അയോൺ. ലെഡ് 2+നെ കൺഫർമേറ്ററി ടെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റാത്ത റിയേജൻ്റാണ്. ഇപ്പോൾ കൺഫർമേറ്ററി ടെസ്റ്റായിട്ട് കൊടുക്കുമ്പം നമ്മൾ സാധാരണ ലെഡ് 2+നെ എന്തെങ്കിലും ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഒന്നില്ലെങ്കിൽ കളർലെസ് പ്രസിപ്പിറ്റേറ്റോ വൈറ്റ് പ്രസിപ്പിറ്റേറ്റോ അല്ലെങ്കിൽ കളേർഡ് പ്രസിപ്പിറ്റേറ്റോ ആയിട്ട് മാറ്റണം. എന്ന് വെച്ചാൽ ഒരിക്കലും ഉണ്ടാകുന്ന ലെഡ് കോമ്പൗണ്ടുകൾ ഡിസോൾവ് ചെയ്ത് കടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഡിസോൾവ് ചെയ്യാതെ പ്രസിപ്പിറ്റേറ്റ് ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ആ കളർ കണ്ടുകൊണ്ട് തിരിച്ചറിയാം. വൈറ്റ് ആണെങ്കിലും ശരിക്കും യെല്ലോ ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ലെഡ് നൈട്രേറ്റ് ഫോമിൽ എന്താ PbNO3 ട്വൈസ് ആണ്. പക്ഷേ ഇത് സോലിബിൾ സോൾട്ടാണ്. ലെഡ് നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ സോലിബിൾ സോൾട്ട് ആയതുകൊണ്ട് നോ പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ. പക്ഷേ ലെഡ് ക്രോമേറ്റ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ്. ലെഡ് അയഡൈഡ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ്. ലെഡ് സൾഫേറ്റ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. അപ്പോൾ കൺഫർമേറ്ററി ടെസ്റ്റായിട്ട് ഇതിൽ ഉപയോഗിക്കാൻ പറ്റാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഏത് ഫോർമേഷനാണെന്ന് ചോദിച്ചാൽ ലെഡ് നൈട്രേറ്റ് ഫോം ചെയ്യുന്നുണ്ടോയെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ലടോ. അത് വെള്ളത്തിൽ കലങ്ങി ഡിസോൾവ് ചെയ്ത് കിടക്കും. ഇപ്പോൾ ഉപ്പ് വെള്ളം ചുമ്മാ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഡിസോൾവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായോ എന്ന് പറയുന്ന പോലെയാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മണൽ വാരിയിട്ട് കഴിഞ്ഞിട്ട് കൊണ്ടു തന്നു കഴിഞ്ഞാൽ അതിനകത്ത് മണൽ ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എന്താ, ആ മണൽ സോലുബിൾ അല്ലാതെ കിടക്കും. അപ്പോൾ ഇത് സോലുബിൾ ആയതുകൊണ്ട് ഒരിക്കലും ലെഡ് നൈട്രേറ്റ് വഴി നമുക്ക് കൺഫർമേറ്ററി ടെസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ, അടുത്ത് 28. An alkali is titrated against an acid with methyl orange as indicator. Which of the following is a correct combination? മീതൈൽ ഓറഞ്ച് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ. മീതൈൽ ഓറഞ്ചിൻ്റെ പ്രത്യേകത അസിഡിക് മീഡിയത്തിൽ എങ്ങനെ ബേസിക് മീഡിയത്തിൽ എങ്ങനെ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും വെവ്വേറെ കളർ കാണിക്കുന്ന ആളുകളാണ് നമ്മളുടെ മീതൈൽ ഓറഞ്ച്. നിങ്ങൾക്കത് ഇതിൽ ഇങ്ങനെ കാണിച്ചു തന്നാൽ മനസ്സിലാവുന്ന, പറയുന്നേക്കാൾ നല്ലത് കുറച്ച് കാണിക്കുന്നതായിരിക്കും. നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. കാണാൻ പറ്റുമായിരിക്കും. ചുമ്മാ കളർ, അതിൻ്റെ കളറൊന്ന് കാണിച്ചു തരാം. ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ആ കളറൊന്ന് കാണുന്നതായിരിക്കും. ഇതാണ് മീതൈൽ ഓറഞ്ചിൻ്റെ കളർ ചേഞ്ച്. നിങ്ങൾക്ക് കാണാമായിരിക്കും കുറച്ചെങ്കിലും. നിങ്ങൾ ആ രണ്ട് സൈഡിലേക്ക് നോക്കിയാൽ മതി. ഇത് അസിഡിക് സൊല്യൂഷനിലെ കളറാണ്, ഇത് ആൽക്കലൈൻ pHലെ കളറാണ്. നമ്മുടെ ഫിനോഫ്തലിൻ്റെ പ്രത്യേകത എന്താ? അസിഡിക് മീഡിയത്തിൽ കളറില്ല, ബേസിക് മീഡിയത്തിൽ പിങ്ക് കളറാണ് അല്ലേ? അതാണ് ഫിനോഫ്തലിൻ്റെ കളർ ചേഞ്ച്. ഇവിടെ അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും കളറുണ്ട്. പക്ഷേ ഇവർ കൊടുത്തിരിക്കുന്ന കളറ് ഒരു റെഡിഷ് അപ്പിയറൻസാണ്. ശരിക്കും നമ്മൾ അതിനെ പറയുന്ന ഒരു പിങ്കിഷ് റെഡ് എന്നാണ്. ശരിക്കും മീതൈൽ ഓറഞ്ച് എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മൾ ഓറഞ്ച് കളറിന് തെറ്റിദ്ധരിക്കും. എന്നാലും കുഴപ്പമില്ല, ഒരു ഡാർക്ക് ഓറഞ്ച് പോലെ ഓർത്താൽ മതി. ശരിക്കും നമ്മൾ ആസ് പെർ ദി NCERT ടെക്സ്റ്റ് ബുക്ക് പിങ്കിഷ് റെഡാണ് അസിഡിക്കിൽ. ബേസിക്കിൽ അത് യെല്ലോ കളറിലേക്ക് ചേഞ്ച് ചെയ്യും. അപ്പോൾ ആ പിങ്കിഷ് റെഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലോ എന്ന് ഓർത്താൽ കളർ കാണിച്ചേ. അതായത് ഓൾമോസ്റ്റ് റെഡ് അല്ലെങ്കിൽ ഡാർക്ക് ഓറഞ്ച്, ഏകദേശം ലുക്സ് ലൈക്ക് റെഡ് എന്ന് പറയില്ല, ആ പറയുന്ന പോലെ. ഇപ്പോൾ ഒരു പിങ്കിഷ് റെഡാണ് അസിഡിക് സൊല്യൂഷനിൽ, ബേസിക് സൊല്യൂഷനിൽ യെല്ലോ കളറാണ്. അപ്പോൾ ഇവിടെ അവർ ചോദിച്ചേക്കുന്ന സ്ട്രോങ് കോമ്പിനേഷൻ, വീക്ക് സ്ട്രോങ് കോമ്പിനേഷൻ, ഇത് ബേസ് ആണ്. അപ്പോൾ നോക്കിയേ, ബേസിക്കിൽ പിങ്കിഷ് റെഡ് ടു യെല്ലോ അല്ല, പിങ്കിഷ് റെഡ് കാണിക്കുന്ന അസിഡിക്കിലാണ്. അപ്പോൾ ഇത് തെറ്റിപ്പോയി. അപ്പോൾ ഇവിടെ വീക്ക് ബേസിൽ യെല്ലോ, സ്ട്രോങ് ആസിഡിൽ പിങ്കിഷ് റെഡ് കറക്റ്റാണ് അല്ലേ? ബേസിൽ യെല്ലോയും ആസിഡിൽ പിങ്കിഷ് റെഡും. അടുത്ത ബേസിൽ പിങ്ക് തെറ്റാണ്. പിന്നെ ബേസിൽ കളർലെസ് തെറ്റാണ്. സോ പിങ്കിഷ് റെഡ് ടു യെല്ലോ അല്ലെങ്കിൽ യെല്ലോ ടു പിങ്കിഷ് റെഡ്. ആസിഡ് ആണെങ്കിൽ പിങ്കിഷ് റെഡ്, ബേസിലേക്ക് മാറുമ്പം യെല്ലോ. ബേസ് ആണെങ്കിൽ യെല്ലോ, ആസിഡിലേക്ക് മാറുമ്പം പിങ്കിഷ് റെഡ്. അപ്പോൾ ഇവിടെ ആൻസർ യെല്ലോ ടു പിങ്കിഷ് റെഡ് ആണ്. ദിസ് ഇസ് ആസ് പെർ ദി NCERT. കളർ കോമ്പിനേഷൻ ഓർത്ത് വെച്ചോണം. മീതൈൽ ഓറഞ്ച്. ഫിനോഫ്തലിന് പക്ഷേ അങ്ങനെയല്ല. ഫിനോഫ്തലിന് ആസിഡ് മീഡിയത്തിൽ കളറില്ല, ബേസിക് മീഡിയത്തിൽ പിങ്ക് കളറാണ്. 29. To an aqueous solution containing ions such as Al3+, Zn2+, അല്ലേ, അലുമിനിയം 3+, സിങ്ക് 2+, കാൽഷ്യം 2+, Fe3+, Ni2+, Ba2+, and Cu2+, was added concentrated HCl followed by H2S. കോൺസെൻട്രേറ്റഡ് HClഉം H2Sഉം കൂടെ ഒഴിച്ചു.
ടോട്ടൽ നമ്പർ ഓഫ് കാറ്റയോൺസ് പ്രസിപ്പിറ്റേറ്റഡ് ഡ്യൂറിങ് ദിസ് റിയാക്ഷൻ ഈസ് എന്നാ ചോദ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കോൺസെൻട്രേറ്റഡ് HCl ഫോളോഡ് ബൈ H2S, നമ്മൾ എഴുതിക്കുന്ന ഡൈലൂട്ട് HCl ഫോളോഡ് ബൈ H2S. ആ ഗ്രൂപ്പ് അനാലിസിസ് എഴുതിയ സമയത്ത് ഈ ഒരു കോമ്പിനേഷനിൽ അവർ കോൺസെൻട്രേറ്റഡ് തന്നൊന്നുള്ള കുഴപ്പമില്ല, ഈ ഒരു കോമ്പിനേഷനിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ആളുകൾ ഈ 3 പേരല്ലേ, ഏതൊക്കെയാണെന്ന് ഓർത്ത് വെച്ചേ അല്ലേ. ഈ ഒരു കോമ്പിനേഷനിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നവർ lead 2+ഉം കോപ്പർ 2+ഉം ആഴ്സനിക് 3+ഉം. ഇനി പറഞ്ഞോ, ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ അകത്ത് അലുമിനിയം 3+ ഇല്ല, സിങ്ക് 2+ ഇല്ല, കാൽഷ്യം 2+ ഇല്ല, Fe3+ ഇല്ല, നിക്കൽ 2+ ഇല്ല, ബേരിയം 2+ ഇല്ല, കോപ്പർ 2+ മാത്രമാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ അല്ലേ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ആളുകൾ ഒന്നില്ലെങ്കിൽ ഗ്രൂപ്പ് 2A ആളുകൾ, അല്ലെങ്കിൽ ഗ്രൂപ്പ് 2B ആളുകൾ. ജനറലി പറഞ്ഞാൽ എന്ത്, ഗ്രൂപ്പ് 2 ആളുകൾ. ഗ്രൂപ്പ് 2 ആളുകൾ ആരൊക്കെയാണ്? കോപ്പർ 2+ഉം lead 2+ഉം ആഴ്സനിക് 3+ഉം. ഈ ഒരു കണ്ടീഷനിൽ ഇവർ മാത്രമേ പ്രസിപ്പിറ്റേറ്റ് ചെയ്യൂ. ഇവർ ചോദിച്ചിരിക്കുന്നത് ഈ കണ്ടീഷനിൽ ഈ പറയുന്ന ആളുകളിൽ ആരൊക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, എത്ര പേര് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും? ആകെ ഒരേ ഒരാളെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യൂ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ് അല്ലേ, ഒന്നാമത്തെ ആളാണ് ആൻസർ. ഇനി നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 30ാമത്തെ ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്കിത് കഴിഞ്ഞ ക്വസ്റ്റ്യന് ശേഷം എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം D&F ബ്ലോക്ക് എന്നുള്ള ചാപ്റ്റർ എന്ന് പറയുന്നതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ന്യൂമറിക്കൽസ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. പിന്നെ പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ നമ്മൾ സോൾട്ട് അനാലിസിസ് എനിക്ക് തോന്നുന്ന ഒരു പരിധി വരെ ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ കുട്ടികൾക്കായിരിക്കും അറിയാവുന്നത്. നിങ്ങൾ ഒരു 2 വർഷം മുന്നെയോ അല്ലെങ്കിൽ 1 വർഷം മുന്നെയോ സ്കൂളിൽ പഠിച്ച് ലാബ് ചെയ്ത് വന്ന കുട്ടികളാണ്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ +2 പഠിക്കുന്ന സമയത്ത്, ഞാൻ +2 ഫിനിഷ് ചെയ്യുന്ന 2003. അപ്പോൾ അന്ന് ഞാൻ +2 ലാബിൽ ചെയ്ത കാര്യം ഇപ്പോൾ ഓർക്കാമെന്ന് പറഞ്ഞ് ശരിക്കും പാടാണല്ലോ. പക്ഷെ നിങ്ങളങ്ങനെയല്ല, 1 വർഷത്തെ ഗ്യാപ്പിൽ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. അപ്പം ഞങ്ങളെക്കാൾ കൂടുതൽ കുറച്ചുകൂടി സോൾട്ട് അനാലിസിസിന് ഓർമ്മ കിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും. അപ്പോൾ അത് ചുമ്മാ ഒന്ന് നോക്കാവേ. നോക്കിയോ, ഇവിടെ തന്നിരിക്കുന്ന ആനയോണും ഗ്യാസ് ഇവോൾവ് ഓൺ റിയാക്ഷൻ വിത്ത് ഡൈലൂട്ട് H2SO4. നിങ്ങൾക്കൊരു സോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആനയോൺ ആണോ എന്നാണ് ആദ്യം നോക്കുക. അതിന് 3 രീതികളുണ്ട്. ഒന്ന്, നിങ്ങൾ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യണം. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്താൽ പല ഒബ്സർവേഷൻ കിട്ടും. ആ ഒബ്സർവേഷനിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആനയോൺ കാർബണേറ്റ് ആണോ, സൾഫൈഡ് ആണോ, സൾഫൈറ്റ് ആണോ, നൈട്രൈറ്റ് ആണോ, അസറ്റേറ്റ് ആണോ എന്ന് പിടികിട്ടും. അപ്പോൾ ഈ പറയുന്ന 5 പേരെ തിരിച്ചറിയാൻ നമുക്ക് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളുടെ സോൾട്ടിലേക്ക് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തു. അങ്ങനെ ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തപ്പം കുറച്ച് ഒബ്സർവേഷൻസ് കിട്ടി. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേതാണ് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് ചൂടാക്കിയ സമയത്ത് ഒരു ബ്രൗൺ ഗ്യാസ് ഇവോൾവ് ചെയ്തു വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സോൾട്ട് നൈട്രേറ്റ് ആണ്. ഇനി നിങ്ങൾ ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് ഹീറ്റ് ചെയ്ത് കഴിയുമ്പം വിനെഗർ സ്മെല്ല് വന്നാൽ നിങ്ങൾ ഉറപ്പിച്ചോണം ഓക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സോൾട്ട് അസറ്റേറ്റ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ സോൾട്ടിലേക്ക് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തപ്പം പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല. അപ്പം നിങ്ങളുടെ ആനയോൺ ഈ പറയുന്ന 5 പേരിൽ ആരുമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 1ാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് ഫെയിലായാൽ 2ാമത്തെ സ്റ്റേജിലേക്ക് പോവും. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് ചൂടാക്കണം. ഇതിൽ നിന്ന് കിട്ടാവുന്ന അയോണുകൾ ക്ലോറൈഡ് അയോൺ അല്ല, ഇതിൽ നിന്ന് കിട്ടാവുന്ന അയോൺ ക്ലോറൈഡ് അയോൺ, ബ്രോമൈഡ് അയോൺ, അയഡൈഡ് അയോൺ, നൈട്രേറ്റ് അയോൺ, ഓക്സലേറ്റ് അയോൺ. അപ്പോൾ നിങ്ങൾക്ക് ഏത് പറയുന്ന ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവോൾവ് ചെയ്തത് ഒരു വയലറ്റ് കളർ ഗ്യാസ് ആണ്. നമ്മളൊരു സ്റ്റാർച്ച് പേപ്പർ ഇങ്ങനെ വെച്ചപ്പം ആ പേപ്പർ നല്ല ബ്ലൂ കളറായി. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം അത് അയഡിനാണ്. പിന്നെ നിങ്ങൾക്കൊരു റെഡിഷ് ബ്രൗൺ പേപ്പർ പ്രൊഡ്യൂസ് ചെയ്തു, സ്റ്റാർച്ച് പേപ്പർ വെച്ചപ്പം അത് യെല്ലോ കളർ ആയി കഴിഞ്ഞാൽ ഓക്കെ അത് ബ്രോമിനാണ്. പഞ്ചൻ സ്മെല്ലിംഗ് ഗ്യാസ് ഇവോൾവ് ചെയ്യുമ്പം അത് ക്ലോറിനാണ്. ബ്രൗൺ ഗ്യാസ് ആണെങ്കിൽ നൈട്രേറ്റ് ആണ്. അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന ഒബ്സർവേഷൻ വെച്ച് ഇവരെ നമുക്ക് തിരിച്ചറിയാം. ഇനി ഇത് രണ്ടും ഫെയിലായാൽ പിന്നെ നിങ്ങളുടെ സോൾട്ടിൽ അല്ലേ, ഇത് 1 ചെയ്യുന്ന എപ്പോഴാണ്, 2 ചെയ്യുന്ന എപ്പോഴാണ്, ഇഫ് 1 ഫെയിൽഡ് അല്ലേ, 1 ഫെയിൽഡ് ആയാൽ. ഇനി ഇഫ് 1 and 2 ആർ ഫെയിൽഡ് അല്ലേ, 1ഉം 2ഉം ഫെയിൽഡ് ആയിക്കഴിഞ്ഞാൽ സോൾട്ട് മേ കണ്ടെയ്ൻ, നിങ്ങളുടെ സോൾട്ടിൽ ഒന്നില്ലെങ്കിൽ ഫോസ്ഫേറ്റ് അയോണോ ഓർ സൾഫേറ്റ് അയോണോ ആയിരിക്കും. ഇതാണ് ടെസ്റ്റിൻ്റെ രീതി. മനസ്സിലായോ? ആദ്യം ഡൈലൂട്ട് വെച്ച് നോക്കണം,
പിന്നെ കോൺസെൻട്രേറ്റഡ് വെച്ച് നോക്കണം. ഇത് രണ്ടും ഫെയിൽ ആയി കഴിഞ്ഞാൽ ഒന്നിൽ സൾഫേറ്റോ അല്ലെങ്കിൽ ഫോസ്ഫേറ്റോ. നിങ്ങൾ നേരെ ഫോസ്ഫേറ്റിനെ ടെസ്റ്റ് ചെയ്യുക, കിട്ടുന്നുണ്ടോ ഇല്ല, ഇല്ലെങ്കിൽ സൾഫേറ്റ് ചെയ്യുക, കിട്ടും. ഇനി ആദ്യം നിങ്ങൾ സൾഫേറ്റ് ചെയ്ത് കിട്ടുന്നില്ല, ഓക്കെ ഫോസ്ഫേറ്റ് ചെയ്തോ കിട്ടും. മനസ്സിലായോ? ഇതാണ് ആനിയോണിൻ്റെ ഡിറ്റക്ഷൻ. ഇപ്പോൾ അവർ ചോദിച്ചേക്കുന്ന ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് കേസിൽ ഏതൊക്കെ ഗ്യാസ് ആണ്? അപ്പോൾ നോക്കിയേ, ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് കിട്ടുന്ന ആളുകളുടെ മാത്രം കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, കാർബണേറ്റ്, സൾഫൈഡ്, സൾഫൈറ്റ്, നൈട്രൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. കാർബണേറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്കത് വായിക്കുമ്പോൾ തന്നെ അറിയാം. കളർലെസ് ഗ്യാസ് ആണ്. ഓക്കെ, വിച്ച് ടേൺസ് ലെഡ് അസറ്റേറ്റ് പേപ്പർ ബ്ലാക്ക്. കളർലെസ് ഗ്യാസ് ആണ്. ഓക്കെ, വിച്ച് ടേൺസ് അസിഡിക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സൊല്യൂഷൻ ഗ്രീൻ. ബ്രൗൺ ഫ്യൂംസ് ഒരിക്കലും നോക്കണ്ട. കളർലെസ് ഗ്യാസ് ഇവോൾവ് വിത്ത് ബ്രിസ്ക് എഫർവസൻസ് വിച്ച് ടേൺസ് ലൈം വാട്ടർ മിൽക്കി. ആ ഗ്യാസ് ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സോ കാർബണേറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ എഫർവസൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വരും. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈം വാട്ടറിൽ കൂടെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ മിൽക്കി കളർ ഫോം ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ, അതായത് എ എന്ന് പറയുന്ന ആളുടെ നേരെ കണക്ഷൻ എന്ന് പറയുന്ന 4th ഓപ്ഷനാണ് അല്ലേ. എയിൽ 4 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് രണ്ടും വെട്ടിക്കളയാം. ഇനി സൾഫൈഡ് അയോൺ S2- നിങ്ങൾ അത് ഹീറ്റ് ചെയ്യുമ്പം സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പം H2S ആയിട്ടാണ് പുറത്തേക്ക് വരിക. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു? ഒരു കളർലെസ് ഗ്യാസ് ആണ്, വിച്ച് ടേൺസ്, നിങ്ങളൊരു ലെഡ് അസറ്റേറ്റ് പേപ്പർ, നമ്മൾ പ്യൂരിഫിക്കേഷൻ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. സൾഫൈഡ് തിരിച്ചറിയാൻ വേണ്ടി ലെഡ് അസറ്റേറ്റ് ആഡ് ചെയ്യുമ്പം ബ്ലാക്ക് കളർ പ്രസിപ്പിറ്റേറ്റ് കിട്ടും, ലെഡ് സൾഫൈഡ് PbS. അപ്പം കളർലെസ് ഗ്യാസ് വിച്ച് ടേൺസ് ലെഡ് അസറ്റേറ്റ് പേപ്പർ ബ്ലാക്ക് ആണ് സൾഫൈഡ് അയോൺ. അപ്പോൾ ബിയുടെ കോഡ് 1 ആണ്. അത് രണ്ടിടത്തും 1 ആണ്. ഇനി സി നമ്മൾ അറിഞ്ഞാൽ മതി അല്ലേ. സൾഫൈറ്റ് ആണ്, ഇത് നൈട്രൈറ്റ് ആണ്. നൈട്രൈറ്റ് നിങ്ങൾക്ക് അപ്പോഴേ അറിയാം, ബ്രൗൺ ഫ്യൂംസ് ആണ്. നൈട്രേറ്റുകൾക്ക് ബ്രൗൺ ഫ്യൂംസ് ആണ്. സോ ഡിയുടെ കോഡ് 3 വരുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഏതെടുത്ത് എഴുതാം? ഡിയുടെ കോഡ് 3 വരുന്ന ഓപ്ഷൻ 4 എടുത്ത് എഴുതാം. എങ്കിലും നിങ്ങൾ ഓർത്തോ, സൾഫൈറ്റിൻ്റെ പ്രത്യേകത, സൾഫൈറ്റ് എന്ന് പറയുന്ന കളർലെസ് ഗ്യാസ് ആണ്, വിച്ച് ടേൺസ് അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. സൾഫൈറ്റിൽ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന +6 ആണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7 +6 ആണ്. ഇത് കുറഞ്ഞ് +3ലേക്ക് മാറും. ഇത് +6, ഇവിടെ സൾഫൈറ്റ് +6 അല്ല, +3 ആ. ഇത് കൂടി +4 സൾഫേറ്റിലേക്ക് മാറും. അങ്ങനെ മാറ്റാനുള്ള കഴിവ് ഇയാൾക്കുണ്ട്, കാരണം ഇയാൾ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പം സൾഫൈറ്റ് സൾഫേറ്റിലേക്ക് മാറാൻ വേണ്ടി ആരെ ഉപയോഗിക്കാം? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉപയോഗിക്കാം. അങ്ങനെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ +3 സ്റ്റേറ്റുള്ള ക്രോമിയം സൾഫേറ്റ് Cr, ഇത് 3 ആണ്, സൾഫേറ്റ് 2 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് Cr2SO4 ത്രൈസ് ആണ്. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. സൊല്യൂഷനിൽ ഇയാളുടെ കളർ ഗ്രീൻ ആണ്. അപ്പം നിങ്ങൾ ഈ സൾഫേറ്റിനെ ചൂടാക്കി സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് ഉണ്ടാകുക. ഈ സൾഫർ ഡയോക്സൈഡിനെ നിങ്ങൾ K2Cr2O7 കടത്തി വിട്ട് കഴിഞ്ഞാൽ ഈ K2Cr2O7 ഓറഞ്ച് കളർ മാറി ഗ്രീനിലേക്ക് വരും. അപ്പോഴേ മനസ്സിലാക്കിക്കോണം കയറി ചെന്ന ഗ്യാസ് സൾഫർ ഡയോക്സൈഡാണ്. അപ്പോഴേ മനസ്സിലാക്കിക്കോണം പോയ ആൾ സൾഫൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ഏതാ? ഓപ്ഷൻ 4 കിട്ടും. അങ്ങനെ സോൾട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. സോൾട്ട് അനാലിസിസ് ഒരിക്കലും നിങ്ങൾ പഠിക്കാതെ പോകാൻ പാടില്ല. അപ്പോൾ D&Fൽ നിന്നുള്ള 25 ക്വസ്റ്റ്യൻസും അതുപോലെ നമ്മളുടെ പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ നിന്നുള്ള 5 ക്വസ്റ്റ്യനും ആ സൊല്യൂഷനിൽ നിന്നുള്ള 5 ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം, ഈ 2 ചാപ്റ്ററിലെ ഏതെങ്കിലും ഭാഗം, ഏതെങ്കിലും ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം ഡൗട്ടോ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് പറയാം. ബാക്കിയുള്ള ചാപ്റ്റർ പോലെ നമുക്കിതധികം ഇപ്പോൾ കോർഡിനേഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഹൈബ്രിഡൈസേഷനൊക്കെ ചെയ്ത് CFT ഒക്കെ വരച്ച് ചെയ്യാം. D&Fൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് 30 ക്വസ്റ്റ്യന് ധാരാളം, 1 hour ധാരാളം മതി. ഞാൻ പിന്നെ അത് ഇട്ട് വലിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ സോൾട്ട് അനാലിസിസിൽ അത്യാവശ്യം നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാനുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊക്കെ ഗ്രൂപ്പിൽ ആരൊക്കെയാണ് ഉള്ളത്, പിന്നെ എങ്ങനെയൊക്കെയാണ് ആനയോണിനെ തിരിച്ചറിയുന്നതെന്നും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ്? അത്യാവശ്യം ഓക്കെ ആയോ മാസ്റ്റർ? സാർ ഈ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് അല്ലേ? ഈ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടല്ലേ ഞാൻ എടുത്തുകൊണ്ട് വന്നത്. ഈ ഓൾറെഡി ഡെഡ് എന്നുള്ള പേരൊക്കെ മാറ്റിടോ. പോസിറ്റിവിറ്റി വേണ്ടേ? വേറെ എന്തെങ്കിലും തരത്തിൽ ഉള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെയാണ്. പിന്നെ ഇനിയും നിങ്ങൾക്ക് അതുപോലെ ലൈവ് ക്ലാസ്സുകൾ വരും. പിന്നെ പ്രാക്ടിക്കൽ കെമിസ്ട്രി നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടല്ലല്ലോ എടുത്ത്, ഓൺലൈൻ ക്ലാസ് അല്ലായിരുന്നോ പ്രാക്ടിക്കൽ? നോട്ട് ഇൻ വേർഡ്സ്, ഇൻ ആക്ഷൻ സാർ.
ഓക്കെ, അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ? ഓക്കെ, അപ്പം വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് JEE മെയിൻസ് എക്സാമിനേഷൻ. പിന്നെ JEE മെയിൻസിൻ്റെ എക്സാമിനേഷൻ കെമിസ്ട്രി അത്ര വലിയ ടഫായിട്ട് തോന്നിയിട്ടില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ട് ചോദിച്ചു എന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്കൊരു 90% ആൾക്കാർക്കും എന്താ പറയുക, നമുക്ക് 99% മേടിക്കാൻ പാകത്തിനുള്ള കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ്. ഓൺലൈനായിരുന്നു. ഓൺലൈനിൽ ഞാൻ എടുത്ത ക്ലാസ് ആണോ നിങ്ങൾ കണ്ടത്? പ്രാക്ടിക്കൽ ഓൺലൈൻ ക്ലാസ് ഓൾറെഡി ഡെഡ്. താങ്ക് യു. ഓൾറെഡി ഡെഡ് ഞാൻ മലയാളത്തിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ ഓടിക്കും. അതിനെ മലയാളീകരിച്ച് കഴിഞ്ഞാൽ ഇവരെന്നെ ഓടിക്കും. അതുകൊണ്ട് ഞാൻ മലയാളീകരിക്കുന്നില്ല കേട്ടോ. ഞാൻ തന്നെയാണല്ലോ ഇരുത്തുന്നത്. എൻ്റെ ക്ലാസ് ആയിരുന്നു നിങ്ങൾ കണ്ടത്. മേധ അല്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ മറ്റേ ടൈട്രേഷൻസും അതുപോലെ മറ്റേ പ്രിപ്പറേഷൻ ഓഫ് ഇൻഓർഗാനിക് ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ? ആ ക്ലാസ്സിൽ അങ്ങനത്തെ സെക്ഷൻസ് ഉണ്ടായിരുന്നോ, അതോ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് മാത്രമുള്ളായിരുന്നോ? ഉണ്ടായിരിക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ നീറ്റിൻ്റെ സിലബസും നിങ്ങളുടെ JEE മെയിൻസിൻ്റെ സിലബസും സെയിം ആണ്. അപ്പോൾ നീറ്റുകാർക്ക് ഞാൻ ആ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് ആപ്പിലും കണ്ട് കിടപ്പുണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് ഞാൻ സിലബസ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് സോൾട്ട് അനാലിസിസ് മാത്രം എടുത്തിട്ടുള്ളെങ്കിൽ ബാക്കിയുള്ള സെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വേണമെങ്കിൽ നോക്കി ചുമ്മാ ഒന്ന് കണ്ടേരാം കേട്ടോ. നിങ്ങളുടെ സമയം പോലെ കാണാത്ത എന്തെങ്കിലും കിട്ടാത്ത എന്തെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ മാത്രം കണ്ടേരാം. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ടാറ്റാ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.